യൂദയുടെ സന്തതികൾ ഇസ്രായേലിന്റെ പുത്രന്മാർ റൂബൻ, ശിമോൻ, ലേവി, യൂദ, യിസ്സാഖാർ, സെബൂലൂൻ, ദാൻ, യോസഫ്, ബെഞ്ചമിൻ, നഫ്താലി, ഗാദ്, ആശേർ. യൂദയുടെ പുത്രന്മാർ ഓനാൻ, ഷേലഹ്. ഇവരുടെ മാതാവ് കാനാൻകാരിയായ ബദൂഷ ആയിരുന്നു. യൂദയുടെ ആദിരാജാവ് കർത്താവിന്റെ ദൃഷ്ടിയിൽ ദുഷ്ടനായിരുന്നതിനാൽ അവിടുന്ന് അവനെ നിഗ്രഹിച്ചു. മരുമകളായ താമാറിന് പേരസ്, സേറഹ് എന്നീ 2 പുത്രന്മാർ ജനിച്ചു. അങ്ങനെ യൂദയുടെ പുത്രന്മാർ ആകെ 5 പേർ. പേരസിന്റെ പുത്രന്മാർ ഹെസ്രാൻ, ഹാമൂൽ, സെറക്കിന്, സിംറി, ഏതാൻ, ഹേമാൻ, കൽക്കോൾ, ധാര എന്നീ 5 പുത്രന്മാർ. അർപ്പിത വസ്തു അപഹരിച്ചെടുത്ത് ഇസ്രായേലിനെ തിന്മ വരുത്തി ആഹാർ കർമ്മിയുടെ പുത്രനാണ്. ഏതാന്റെ പുത്രനാണ് അസറിയ. ഇസ്രായേലിന്റെ പുത്രന്മാർ യെറഹ്മേൽ, റാം, കെലുബായ്. റാം അമിനാദാബ് യൂദാ ഗോത്രത്തിന്റെ നേതാവായ നക്ഷോന്റെയും പിതാവാണ്. നക്ഷോൺ സൽമയുടെയും, സൽമ ബോവാസിന്റെയും, ബോവാസ് ഒബാദിന്റെയും, ഒബൈദ് ജെസ്സയുടെയും പിതാവാണ്. ജെസ്സയുടെ പുത്രന്മാർ പ്രായക്രമത്തിൽ ഏലിയാബ്, അബിനാദാബ്, ഷിമ, നഥാൻ, റദായി, ഓസേം, ദാബീദ്, സെറുയായും അബിയാഗും ഇവരുടെ സഹോദരിമാരായിരുന്നു. സെറുയായിയുടെ 3 പുത്രന്മാർ അബീഷായി, യാഹോബ്, അസഹേൽ. അബിയാഹിന് ആമാസ് എന്നൊരു പുത്രനുണ്ടായി. ഇസ്മയേലിയനായ യാഥറായിരുന്നു അവന്റെ പിതാവ്. ഹെസ്രേലിന്റെ മകനായ കാലിബിന്റെ ഭാര്യയായ അസുബായിൽ യെറിയോത്ത് ജനിച്ചു. അവളുടെ പുത്രന്മാർ ഏഷേർ, ഷേബാബ്, അർദോൻ. അസുബായുടെ മരണത്തിന് ശേഷം കാലെബ് എഫാത്തിനെ വിവാഹം ചെയ്തു. അവളിൽ ഹൂർ ജനിച്ചു. ഹൂർ ഊറിയുടെയും ബസാലിന്റെയും പിതാവായി. ഹെസ്രാൻ 60-ാം വയസ്സിൽ ഗിലെയാദിന്റെ പിതാവായ മാഹിറിന്റെ മകളെ വിവാഹം ചെയ്തു. അവളിൽ നിന്ന് സെക്കൂബ് ജനിച്ചു. സെക്കൂബിന് യായീർ എന്നൊരു പുത്രൻ ജനിച്ചു. യായീറിന് ഗിലെയാദ് 23 നഗരങ്ങൾ ഉണ്ടായിരുന്നു. ആവോത്തും കെനാത്തും അതിന്റെ ഗ്രാമങ്ങളും ഉൾപ്പെടുന്ന 60 പട്ടണങ്ങൾ യെശൂറും ആരാമും പിടിച്ചെടുത്തു. ഇവരെല്ലാം ഗിലെയാദിന്റെ പിതാവായ മാഹീറിന്റെ വംശത്തിൽപ്പെടുന്നു. എസ്രേന്റെ മരണത്തിന് ശേഷം കാലബ് പിതാവിന്റെ വിധവയായ എഫാത്തെ പ്രാപിച്ചു. അവളിൽ അവന് ആഷ്ബൂർ ജനിച്ചു. ആഷ്ബൂർ തെക്കേവായുടെ പിതാവാണ്. ഹെസ്രാന്റെ ആദിജാതനായ യെറഹ്മേലിന്റെ പുത്രന്മാർ ആദിജാതനായ റാം, ബൂന, ഓരൻ, ഓസേം, അഹിയ എന്നിവരും. യെറഹ്മേലിന് അഹാറ എന്ന വേറൊരു ഭാര്യയും ഉണ്ടായിരുന്നു. ഓന ജനിച്ചത് അവളിൽ നിന്നാണ്. യെറഹ്മേലിന്റെ ആദിജാതനായ റാമിന്റെ പുത്രന്മാർ മാസ്, യാമിൻ, ഏക്കർ. ഓനാനിന്റെ പുത്രന്മാർ ഷമായി, യാദ. ഷമായിയുടെ പുത്രന്മാർ നാദാബ്, അബിഷൂറിന്റെ ഭാര്യ അബിഹായിൽ. അവളിൽ അഹ്ബാൻ, മോലിദ് എന്നിവർ ജനിച്ചു. നാദാബിന്റെ പുത്രന്മാർ സേലത്ത്, അഫായിം. സേലത്ത് മക്കളില്ലാതെ മരിച്ചു. അഫയാവിന്റെ പുത്രനാണ് ഇഷി. ഇഷിയുടെ പുത്രൻ ശേഷാൻ. ശേഷാന്റെ പുത്രൻ അഹ്ലായി. ഷമായിയുടെ സഹോദരൻ യാദയുടെ പുത്രന്മാർ യഥർ, ജോനാഥ്. യഥർ മക്കളില്ലാതെ മരിച്ചു. ജോനാഥിന്റെ പുത്രന്മാർ പേലത്ത്, സാസാം. ഇവർ യെറഹ്മേലിന്റെ വംശത്തിൽപ്പെടുന്നു. ശേഷാന് പുത്രിമാരേ ഉണ്ടായിരുന്നുള്ളൂ. അവന് ഈജിപ്തുകാരനായ തെർഹ എന്ന ഒരു ദാസനുണ്ടായിരുന്നു. ശേഷാൻ തന്റെ മകളെ അവന് വിവാഹം ചെയ്തു കൊടുത്തു. അവൾക്ക് അത്തായി എന്നൊരു പുത്രൻ ജനിച്ചു. അത്തായി നദാൻ സബാദിന്റെയും പിതാവായിരുന്നു. സബാദിന് എഫ്ലാലും, എഫ്ലാലിന് ഒബേദും ജനിച്ചു. ഒബേദ് യേഹുവിന്റെയും, യേഹു അസ്രിയയുടെയും പിതാവാണ്. അസ്രിയായിക്ക് ഹേലസും, ഹേലസിന് ഏലയാസും ജനിച്ചു. ഏലയാസ് സിസ്മായുടെയും, സിസ്മായി ശൽഹുവിന്റെയും പിതാവാണ്. ശൽഹുവിനെ യഖാമിയായും, യഖാമിയായിക്ക് എലിശാമയും ജനിച്ചു. യെറഹ്മേലിന്റെ സഹോദരനായ കാലിബിന്റെ ആദിജാതനും സീഫിന്റെ പിതാവുമാണ് മരേഷ. മരേഷയുടെ പുത്രൻ ഹെബ്രോൻ. ഹെബ്രോണിന്റെ പുത്രന്മാർ കോറഹ്, തപ്പുവ, റെക്കേം, ഷേമ. ഷേമ റാഹിമിന്റെയും അവൻ യോർഹാന്റെയും പിതാവാണ്. റെക്കേം ഷമായുടെ പിതാവാണ്. ഷമയുടെ പുത്രൻ
മാവോന്റെ പുത്രൻ ബസൂർ, ഹാരാൻ, മോസ, റാസേസ് എന്നിവർ കാലെബിന് ഉപനാരിയായ എഫ്രായിൽ ജനിച്ചു. റാസേസിന്റെ പിതാവാണ് ഹാരാൻ. യഹദായുടെ പുത്രന്മാർ യോഥാം, ഗേഷാൻ, പേലത്ത്, ഏഫ, ഷാഫ്, മാഹ എന്നീ ഉപനാരിയിൽ കാലെബിന് ഷേബർ, തിർഹാന എന്നിവർ ജനിച്ചു. മക്ബാനയുടെ പിതാവായ ഷാഫ്, മക്ബേനായുടെയും ഇബായുടെയും പിതാവായ ഷേവ എന്നിവരും മാഹായിൽ ജനിച്ചു. കാലെബിന്റെ പുത്രിയാണ് അക്സ. ഇവർ കാലെബിന്റെ വംശത്തിൽപ്പെടുന്നു. എഫ്രാത്തിന്റെ ആദിജാതനായ ഹൂബിന്റെ പുത്രന്മാർ കിര്യാത്ത് യാറാമിന്റെ പിതാവ് ശോബാൻ, ബെത്ലഹേമിന്റെ പിതാവ് സൽമ, ബേത്ഹാദറിന്റെ പിതാവ് ഹാരഫ്, അർത്തമേനു, ഹാരേവ് എന്നിവർ കിര്യാത്ത് യറാമിന്റെ പിതാവായ ഷേവന്റെ വംശത്തിൽപ്പെടുന്നു. കിര്യാത്ത് യറാമിന്റെ കുലങ്ങൾ പുത്യർ, ശുമാത്യർ, മിശ്രായേൽ. ഇവരിൽ നിന്നാണ് സെറാത്യരും പേലിരും ഉത്ഭവിച്ചത്. ബെത്ലഹേം, നെതോഫ്യർ, അക്രോത്യാബ്, അർത്തമൻഹാത്യർ, എന്നിവർ സൽമാ വംശരാണ്. യാബസിൽ വസിച്ചിരുന്ന 15 കൊല്ലങ്ങൾ കുടുംബത്തിന്റെ പിതാവായ ഹമാത്തിൽ നിന്ന് ഉത്ഭവിച്ച സേമിലാണ് ഇവർ. അധ്യായം 3. ദാവീദിന്റെ സന്തതികൾ. ഹെബ്രോനിൽ വെച്ച് ദാവീദിന് ജനിച്ച പുത്രന്മാർ: ആദിജാതൻ അബ്നോർ, ഇസ്രയേൽക്കാരി അഹിനോമിൽ ജനിച്ചു. രണ്ടാമൻ ദാനിയേൽ, കാർമൽക്കാരി അബിഗായേൽ ജനിച്ചു. മൂന്നാമൻ അബ്സലം, ഗശൂർ രാജാവായ തൽമായിയുടെ മകൾ മാഹാൽ ജനിച്ചു. നാലാമൻ അദോനിയം ഹത്തിൽ ജനിച്ചു. അഞ്ചാമൻ ശഫ്തിയ അബിത്താലിൽ ജനിച്ചു. ഭാര്യ എഗ്ദായിൽ. ആറാമൻ ഇത്രായം ജനിച്ചു. ഹെബ്രോണിന്റെ 7 വർഷത്തെ ഭരണത്തിനിടയിൽ ദാവീദിന് 6 പുത്രന്മാർ ജനിച്ചു. അവൻ ജെറുസലേമിൽ 33 വർഷം ഭരിച്ചു. അവിടെ വെച്ച് അവന് ജനിച്ച പുത്രന്മാർ ശിമേയ, ശോബാബ്, നാഥൻ, സോളമൻ എന്നീ 4 പേർ. അമിയേലിന്റെ മകളായ ബെതുഷ്വ ആണ് അവരുടെ അമ്മ. ഇബ്ഹാർ, എലീശാമ, എലീഫൽ, നോഹൻ, നേഫത്ത്, യാഫിയ, എലിശാമ, എലിയാഥ, എലിഫത്ത് ഇങ്ങനെ 9 പേർ. ഉപനാരികളിൽ ജനിച്ചവരെ കൂടാതെ ദാവീദിനുണ്ടായ പുത്രന്മാരാണ്. അവർക്ക് താമർ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. സോളമന്റെ സന്തതികൾ തലമുറ ക്രമത്തിൽ റഹബോവ, അബിയ, ആസ, യഹോഷാഫാത്ത്, യോറാം, അഹസിയ, യാവോഷ്, അമസിയ, അസറിയ, യോഥാം, ആഹാസ്, ഹെസക്കിയ, മനസ്സെ, ആമോൻ, ജോസിയയുടെ പുത്രന്മാർ: ആദിജാതൻ യോഹന്നാൻ, രണ്ടാമൻ യെഹോക്യ, മൂന്നാമൻ സെദക്കിയ, നാലാമൻ ശല്ലൂം. യാക്കോബിന്റെ മകൻ യക്കോണിയ, അവന്റെ മകൻ സെദക്കിയ. വിപ്രവാസിയായ യക്കോണിയയുടെ പുത്രന്മാർ ശെല്ലാത്യർ, മൽക്കീരാം, പെഥയ, സെനാസ്തർ, യക്കീമിയ, ഹോഷാമ, നെബീബിയ. യെദായുടെ പുത്രന്മാർ സെറുബയേൽ, ശിമെയി, മെശുല്ല, ഹനാനിയ എന്നിവർ സെറുബാബേലിന്റെ പുത്രന്മാരാണ്. ഷെലോമിത്ത് അവരുടെ സഹോദരി കഷുബ, ഓഹേൽ, ബഹ്റിയ, അസാദിയ, യശബാവത്ത് എന്നീ 5 പുത്രന്മാർ കൂടി അവനുണ്ടായി. ഹനന്യയുടെ പുത്രന്മാർ പെലാത്തിയ, യേശയുടെ പുത്രൻ റഫായ, റഫായിയുടെ പുത്രൻ അർനാൻ, അർനാന്റെ പുത്രൻ ബാദിയ, ബാദിയയുടെ പുത്രൻ ഷെക്കാനിയ, ഷെക്കാനിയുടെ പുത്രൻ ഷെമായുടെ പുത്രന്മാർ ഹത്തൂഷ്, ഈഗാൻ, നെയാറിയ, ഷാഫത്ത്. ഷെക്കാനിയയ്ക്ക് ആകെ 6 പേർ. നെയാറിയയുടെ പുത്രന്മാർ
ഏലിയോവനാസ്, ഇസക്കിയ, അസിക്കാം, ഇങ്ങനെ 3 പേർ. ഏലിയോയുടെ പുത്രന്മാർ ഹേദായ, ഏലിയ, ബിഷിപ്പേലയ, അക്കൂബ്, യോഹന്നാൻ, ജലായ, അനാക്കി, ഇങ്ങനെ 7 പേർ. അധ്യായം 4. യൂദയുടെ മറ്റ് സന്തതികൾ. യൂദയുടെ മറ്റു പുത്രന്മാർ പേരസ്, ഹെസ്രോൻ, കർമ്മി, റസായ, യാഹാത്തിന്റെ പുത്രന്മാർ. യാഹാത്തിന്റെ പുത്രന്മാർ അഹ്മായി, ലാഹോർ, ഇവരാണ് സറാത്യ കുടുംബാംഗങ്ങൾ. ഏതാമിന്റെ പുത്രന്മാർ യസ്രേൽ, ഇഷ്മ, ഇബ്ബാഷ്, ഹസലേൻ, ഇവരുടെ സഹോദരി. യാദറമിന്റെ പിതാവ് പെനുവേൽ, ഉഷയുടെ പിതാവ് ഏസർ, ബെത്ലേഹേമിന്റെ പിതാവായ എഫ്രാത്ത, ആദിജാതും കൂറിന്റെ പുത്രന്മാരാണിവർ. ഹവയുടെ പിതാവായ അഷൂറിന് ഹേല, നാര എന്നീ 2 ഭാര്യമാരുണ്ടായിരുന്നു. നാരായിൽ അവന് അഹൂസാം, ഹേഫർ, തെമോനി, പഹഷ്താലി എന്നിവർ ജനിച്ചു. ഹേലാൽ, സേരത്ത്, ഇസ്ഹാർ, എസ്താൻ എന്നിവരും ജനിച്ചു. ആനു, സബാബ എന്നിവരും ഹാരിമിന്റെ മകനായ അഹുബേലിന്റെ കുടുംബങ്ങളും കേസിന്റെ സന്തതികളാണ്. യാബാസ് അവന്റെ സഹോദരന്മാരെക്കാൾ ബഹുമാന്യനായിരുന്നു. ഞാൻ അവനെ വേദനയോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന്റെ അമ്മ അവനെ യാബസ് എന്ന് വിളിച്ചു. അവൻ ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, അങ്ങ് അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എന്നോടുകൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഷൂഹായുടെ സഹോദരനായ കെല്ലു മെഹ്രീവിന്റെ പിതാവും മെഹ്രീൻ എസ്തോമിന്റെ പിതാവുമാണ്. പിതാവായ തെഹീന, സെരായ, മേയോനോദായി ഒഫ്രയുടെ പിതാവാണ്. യഹോബിന്റെ പിതാവാണ് സെരായ. കൗശല വേലക്കാരനായ ഹർഷിം എന്നിവർ അറിയപ്പെടുന്നവരുടെ പിതാവാണ് യോവാവ്. യെഫുന്നയുടെ മകനായ കാലേബിന് ഈരു, ഏല, നാം എന്നിവരും ഏലായ്ക്ക് കെനസും ജനിച്ചു. യഹ്ലാലോനിന്റെ പുത്രന്മാർ സീഫ, തിറിയ, അസറേൽ. ഇസ്രയേലിന്റെ പുത്രന്മാർ യദർ, മേരത്, ഏദർ, യാലോൺ. മേരത് ഫറവോയുടെ മകളായ ബിദിയയുടെ വിവാഹം ചെയ്തു. അവളെ മിരിയാം, ഷെമായി, എസ്തുവേലിന്റെ പിതാവായ ഇഷ്ബ എന്നിവർ ജനിച്ചു. യൂദാ ഗോത്രജയായ ഒരു ഭാര്യയും മെരേദിനുണ്ടായിരുന്നു. ഇവൾ ഗെദോറോമിന്റെ പിതാവായ ഏരത്, സൊക്കയുടെ പിതാവായ ഹെബർ, സനോഹയുടെ പിതാവായ യഹൂദിയേൽ എന്നിവരുടെ മാതാവാണ്. നഹീമിന്റെ സഹോദരി ഓദിയെ വിവാഹം ചെയ്തു. ഗർമ്മ്യനായ കെയിലായുടെ പിതാക്കന്മാരും മഹത്യായ എസ്തോമായും ഇവളുടെ പുത്രന്മാരാണ്. ഷീമോന്റെ പുത്രന്മാർ അഹ്നോൻ, റിന്നാം, ബെൻഹനാ, തിലോൺ. ഈശയുടെ പുത്രന്മാർ സോഹത്ത്, ബെൻസോഹത്ത്. യൂദായുടെ മകൻ ഷേലായുടെ സന്തതികൾ ലേഹായുടെ പിതാവായ ഏർ, മരേഷിന്റെ പിതാവായ ലാത്ത, ബേത്സ് അക്ഷയിലെ നെയ്ത്തുപണിക്കാരുടെ കുടുംബാംഗങ്ങൾ. യോക്കിം, കോസേബ നിവാസികൾ. യാവോഷ് മൊഹാബ് ഭരിക്കുകയും പിന്നീട് ലഹിമിലേക്ക് തിരിച്ചു പോവുകയും ചെയ്ത സാറാർ. ഈ രേഖകൾ പുരാതനമാണ്. ഇവർ നെതായും ഗദറ എന്നീ ദേശങ്ങളിൽ വസിച്ചിരുന്ന കുശുവന്മാരാണ്. അവർക്ക് രാജാവിന് വേണ്ടി ജോലി ചെയ്ത് അവിടെ പാർത്തു. ശിമെയോന്റെ സന്തതികൾ. ശിമെയോന്റെ പുത്രന്മാർ നെബുവേൽ, യാമിൻ, യാരിഫ്, സേരക്, സാവൂളിന്റെ പുത്രന്മാർ ഷല്ലും, അവന്റെ പുത്രന്മാർ മിബ്സാം, അവന്റെ പുത്രന്മാർ മിഷായുടെ പുത്രൻ ഹമുവേൽ, അവന്റെ പുത്രൻ സക്കൂർ, അവന്റെ പുത്രൻ ഷിമെയിക്ക് 16 പുത്രന്മാരും 6 പുത്രികളും ഉണ്ടായിരുന്നു. എന്നാൽ അവന്റെ സഹോദരങ്ങൾക്ക് അധികം മക്കളില്ലായിരുന്നു. യൂദാ
ഇല്ല. അവർ ഹസാർ, ഷുവേൽ, ബിൽഹ, ഏസാം, തോലത്ത്, ബെതുവേൽ, ഹോർമ, സിക്ലാഗ്, ബെത്മർഖാബ്, ഹസർ, സൂസീൻ, ബേത്ബിരി, ഷാറായിം എന്നിവിടങ്ങളിൽ വസിച്ചു. ഇവ ദാവീദിന്റെ ഭരണകാലം വരെ അവരുടെ പട്ടണങ്ങളായിരുന്നു. എദാം, ഐൻ, റിമ്മോൻ, തോഹൽ, ആഷൻ എന്നീ 5 പട്ടണങ്ങളും ബാൽ വരെ അവയോട് ചേർന്ന ഗ്രാമങ്ങളും അവരുടേതായിരുന്നു. അവരുടെ വാസസ്ഥലങ്ങളെക്കുറിച്ചും വംശാവലിയെക്കുറിച്ചും അവർ സൂക്ഷിച്ചിരുന്ന രേഖകളാണ് മെഷോഹാബ്, യംലേഖ്, അമസിയായുടെ മകൻ യഹോശ, ജോയൽ, അസിയായുടെ പുത്രനായ സറായുടെ പുത്രൻ യോഷിബേയായുടെ പുത്രൻ ഏലിയാനസ്, യാക്കോബ, യശോഹിയ, അസയ, അഹിയോൻ, യസിമിയേൽ, ബെനായ, അല്ലോമിന്റെ പുത്രനായ ഷിഫിയുടെ പുത്രൻ സീസ, അലോൻ, യഥായ ഷിബ്രി ഷെമായിയുടെ പുത്രനാണ്. ഇവർ തങ്ങളുടെ കുലങ്ങൾക്ക് നേതാക്കന്മാരായിരുന്നു. അവരുടെ പുത്രഭാഗങ്ങൾ വർദ്ധിച്ചു വരികയും ആട്ടിൻപറ്റങ്ങളും മേച്ചിസ്ഥലങ്ങൾ അന്വേഷിച്ചവർ താഴ്വരയുടെ കിഴക്ക് ബേത്‌ലേഹേമിന്റെ കവാടം വരെ എത്തി. അവിടെ അവർ സമൃദ്ധമായ മേച്ചിസ്ഥലങ്ങൾ കണ്ടെത്തി. ദേശം പൂർണ്ണമായിരുന്നു. അവിടുത്തെ പൂർവ്വനിവാസികൾ ഹാം വംശജരായിരുന്നു. മേൽപ്പറഞ്ഞ യൂദാ രാജാക്കന്മാരായ ഹെസക്കിയയുടെ കാലത്ത് ഗോതോറിമിനെ ആക്രമിച്ച് അവിടെ വസിച്ച മെയൂന്യരുടെയും അവരുടെ കൂടാരങ്ങളെയും നിശേഷം നശിപ്പിച്ചു. കന്നുകാലികൾക്ക് മേച്ചിസ്ഥലങ്ങൾ കണ്ടെത്തിയതിനാൽ അവർ അവിടെ വാസം ഉറച്ചു. ഇഷിയുടെ പുത്രന്മാരായ പിലാത്തിയ, നെയാറിയ, റഫായ, ഉസിയേൽ എന്നിവരുടെ നേതൃത്വത്തിൽ ശിമെയോൻ ഗോത്രത്തിൽപ്പെട്ട 5 പേർ സെയീർ മലമ്പ്രദേശത്ത് ചെന്നു. അവിടെ അവശേഷിച്ചിരുന്ന അമലേക്കാരെ സംഹരിച്ച് അവിടെ അവർ താമസിച്ചു. ഇന്നും അവർ അവിടെ പാർക്കുന്നു. 5-ാം അധ്യായം. റൂബന്റെ സന്തതികൾ. റൂബൻ ഇസ്രായേലിന്റെ ആദ്യജാതനെ പിതാവിന്റെ ശയ്യ അശുദ്ധമാക്കിയതിനാൽ അവന്റെ ജന്മാവകാശം ഇസ്രായേലിന്റെ മകനായ ജോസഫിന്റെ പുത്രന്മാർക്ക് നൽകപ്പെട്ടു. അങ്ങനെ അവൻ വംശാവലി ആദ്യജാതനായി പരിഗണിക്കപ്പെട്ടിരുന്നില്ല. യൂദാ സഹോദരന്മാരുടെ ഇടയിൽ പ്രഫുല്ലനാകുകയും അവനിൽ നിന്ന് ഒരു നായകൻ ഉത്ഭവിക്കുകയും ചെയ്തിട്ട് ജന്മാവകാശം ജോസഫിന് തന്നെയായിരുന്നു. ഇസ്രായേലിന്റെ ആദ്യജാതനായ റൂബന്റെ പുത്രന്മാർ ഹനോക്, പല്ലൂം, ഹെസ്രോൻ, കർമ്മി. ജോയലിന്റെ പുത്രന്മാർ തലമുറ പ്രകാരം ഷെമായ, ഹോഗ്, ഷിമെയി, മീഖ, റയായ, ബാൽ, ബേറായുടെ അക്സറിയ രാജാവായ തിൽനേസർ തടവുകാരനായി കൊണ്ടുപോയി. അവൻ റൂബൻ ഗോത്രത്തിലെ നേതാവായിരുന്നു. റൂബൻ ഗോത്രത്തിലെ മറ്റു കുലത്തലവന്മാരുടെ വംശാവലി. ജെയേൻ, സക്കറിയ, ജോയലിന്റെ പുത്രനായ ഷെമായയുടെ പൗത്രനും അസാസിന്റെ പുത്രനുമായ ബേല. ആരോഹരിൽ വസിച്ച് ഇവരുടെ നെബായും ബാൽമേയോണും വരെ വ്യാപിച്ചിരുന്നു. ഗിലെയാത്തിൽ അവർക്ക് ധാരാളം കന്നുകാലി ഉണ്ടായിരുന്നതിന് യൂഫ്രട്ടീസ് നദിയുടെ കിഴക്ക് കിടക്കുന്ന മരുഭൂമി വരെയുള്ള പ്രദേശം മുഴുവൻ അവൻ അധിവസിച്ചു. സാവൂൾ രാജാവിന്റെ കാലത്ത് റൂബൻ ഗോത്രത്തിൽ വരെ യുദ്ധത്തിന് തോൽപ്പിച്ച് ഗിലെയാത്തിന്റെ കിഴക്ക് പ്രദേശം സ്വന്തമാക്കി കൂടാരമടിച്ചു പാർത്തു. ഗാദിന്റെ സന്തതികൾ. ഗാദിന്റെ പുത്രന്മാർ റൂബൻ വടക്ക് ബാശാൻ ദേശത്ത് സല്ലേഖ് വരെ പാർത്തു. അവരിൽ പ്രമുഖർ യാനിയും ഷഫാത്തും. ബാഷാനിൽ പ്രമുഖര്. ഗാദ് ഗോത്രത്തിലെ മറ്റു കുലത്തലവന്മാരുടെ വംശാവലി. മിഖയേൽ, മെശുല്ല, ഷേബായ്, യോറായ്, യഖാൻ, സിയ, ഏബർ ഇങ്ങനെ 7 പേർ. ഇവർ കൂറിയുടെ മകനായ അബിഹായിലിന്റെ പുത്രന്മാരാണ്. കൂറി യെറവോയുടെയും യെറവോ ഗിലെയാത്തിന്റെയും ഗിലെയാദ് മിഖായലിന്റെയും മിഖായൽ യശിഷായുടെയും യശിഷായ് യഹ്റോദായുടെയും യഹ്റോദൂസിന്റെയും പുത്രന്മാരാണ്. ഹൂനിയുടെ മകനായ അബ്ദിയേലിന്റെ മകനായ ആഹി തന്റെ പിതൃഭവനത്തിൽ തലവനായിരുന്നു. അവർ ഗിലെയാദിനോടും ബാഷാനിലും അതിന്റെ പട്ടണങ്ങളും ബാരോനിലെ മേച്ചിൽപ്പുറങ്ങളിലും അതിർത്തി വരെ പാർത്തു. അവരുടെ വംശാവലി യൂദാ രാജാവായ യാഖോബിന്റെയും ഇസ്രായേൽ രാജാവായ യെറോബെയാമിന്റെയും കാലത്ത് എഴുതപ്പെട്ടു. റൂബൻ, ഗാദ്, മനാസയുടെ ആർത്തഗോത്രം. ഇവയിൽ ശൂരന്മാരും വാളും പരിചയം എടുക്കാനും വില്ലുകളിച്ച് ചെയ്യാനും കഴിവുള്ളവരായിരുന്നു. 44,750 യോദ്ധാക്കന്മാർ ഉണ്ടായിരുന്നു. അവർ ഹഗ്ഗിയരോടും യദൂർ, നാഫിഷ്, നോദാബ് എന്നിവരോടും യുദ്ധം ചെയ്തു.
ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തപ്പോൾ അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു. ആ സഹായത്താൽ അവർ ഹത്യേണി കൂട്ടാളിയുടെ മേൽ വിജയം വരിച്ചു. അവർ അവരുടെ കന്നുകാലികളെ കൊള്ളയടിച്ചു. 50,000 ഒട്ടകങ്ങൾ, 2,80,000 ആടുകൾ, 2,000 കഴുതകൾ, ഇവയ്ക്ക് പുറമെ 1,00,000 ആളുകളെയും അവർ പിടിച്ചുകൊണ്ടുപോയി. യുദ്ധം ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ചതിനാൽ വളരെ പേർ കൊല്ലപ്പെട്ടു. അവർ പ്രവാസകാലം വരെ അവിടെ പാർത്തു. മനാസയുടെ അർദ്ധഗോത്രക്കാർ ബാശാൻ മുതൽ ബാൽ-ഹെർമോൻ, സെനീർ, ഹെർമോൻ പർവ്വതം എന്നിവിടം വരെ വസിച്ചു. അവർ സംഖ്യാതീതമായി വർദ്ധിച്ചു. ഏഫർ, ഇഷി, എലിയോൻ, അസ്രിയൻ, ജെറമിയോൻ എന്നിവർ അവരുടെ കുലത്തലവന്മാരും പ്രസിദ്ധരായ ധീരയോദ്ധാക്കളുമായിരുന്നു. എന്നാൽ അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തെ ഉപേക്ഷിക്കുകയും അവിടുന്ന് തങ്ങളുടെ മുൻപിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്ത ജനങ്ങളുടെ ദേവന്മാരെ ആരാധിക്കുകയും ചെയ്തു. ആകയാൽ ഇസ്രായേലിന്റെ ദൈവം അസ്രിയ രാജാവായ പൂലിനെയും തിൽഗോൽ ചേർനെയും അവർക്കെതിരെ അയച്ചു. അവർ റൂബൻ, ഗാദ് ഗോത്രങ്ങളെയും മനാസയുടെ അർദ്ധഗോത്രങ്ങളെയും തടവുകാരായി കൊണ്ടുപോയി. ഹാല, ഹാബോർ, ഹാര, ഹോസാൻ നദീതീരം എന്നിവിടങ്ങളിൽ പാർപ്പിച്ചു. അവർ ഇന്നും അവിടെ വസിക്കുന്നു. 6-ാം അധ്യായം. ലേവിയുടെ സന്തതികൾ. ലേവിയുടെ പുത്രന്മാർ ഗർശോം, കൊഹാത്ത്, മെറാറി. കൊഹാത്തിന്റെ പുത്രന്മാർ അമ്രാം, ഇസ്രഹാർ, ഹെബ്രോൻ, ഉസിയേൻ. അമ്രാമിന്റെ സന്താനങ്ങൾ അഹറോൻ, മോശ, മറിയ. അഹ്റോന്റെ പുത്രന്മാർ നാദാബ്, അബിഹു, എലിയാസർ, ഇത്ഥാമർ. എലിയാസറിന്റെ സന്തതികൾ തലമുറ ക്രമത്തിൽ ഫിനെഹാസ്, അബിശുവ, ബുക്കി, ഉസി, സെരാഹിയ, മെരയോത്ത്, അമരിയ, അഹിത്ബു, സാദോക്, അഹിമാസ്, അസറിയ, യോഹന്നാൻ. ജെറുസലേമിൽ സോളമൻ പണിയിച്ച ദേവാലയത്തിൽ പുരോഹിത ശുശ്രൂഷ നടത്തിയ അസറിയ, അമരിയ, അഹിത്ബു, സാദോക്, ശല്ലൂം, ഹിൽക്കിയ, അസറിയ, സെരായ, യാഹോത്സൽ. നബൂഖദ്നേസറിന്റെ ഭരത്താൽ കർത്താവ് യൂദായെയും ജെറുസലേമിനെ നാടുകടത്തിയപ്പോൾ യഹോസാദും പ്രവാസിയായി. ലേവിയുടെ പുത്രന്മാർ ഗർശോം, കൊഹാത്ത്, മെറാറി. ഗർശോമിന്റെ പുത്രന്മാർ ലിബ്നി, ശിമെയി. കൊഹാത്തിന്റെ പുത്രന്മാർ അബ്രാം, ഇസ്ഹാർ, ഹെബ്രോൻ, ഉസിയേൽ. മെറാറിയുടെ പുത്രന്മാർ മഹ്ലി, മൂഷി. ഇവരാണ് ലേവി ഗോത്രത്തിന്റെ കുലത്തലവന്മാർ. ഗർശോമിന്റെ പുത്രന്മാർ തലമുറ ലിബ്നി, യഹത്ത്, സീമ, യാഹോബ്, ഇത്തോ, സെറാഖ്, യത്രായിം. കൊഹാത്തിന്റെ പുത്രന്മാർ തലമുറ ക്രമത്തിൽ അമിനദാബ്, കോറഹ്, അസീർ, എൽഖാന, എബീസ, അസീർ, തഹത്ത്, ഊരിയേൽ, ഉസിയ, ഷാവൂൽ. എൽഖാനയ്ക്ക് അമാസായി, അഹിമോത്ത് എന്നീ 2 പുത്രന്മാരുണ്ടായിരുന്നു. അഹിമോത്തിന്റെ പുത്രന്മാർ തലമുറ ക്രമത്തിൽ എൽഖാന, സോഫർ, നഹത്ത്, എലിയോആബ്, യെരോഹാം. എൽഖാന. സാമുവേലിന്റെ പുത്രന്മാർ ആദിജാതൻ ജോയേൽ, രണ്ടാമൻ അബിയ. മെറാറിയുടെ പുത്രന്മാർ തലമുറ ക്രമത്തിൽ മഹ്ലി, ലിബ്നി, ശിമെയി, ഊസ. ശിമെയ, ഹഗിയ, അസായ. പേടകം ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചതിനു ശേഷം ഇവരാണ് ദാവീദ് ഗാന ശുശ്രൂഷകൾക്ക് നിയമിച്ചത്. സോളമൻ ജെറുസലേമിൽ ദേവാലയം പണിതതുവരെ സമാഗമനകൂടാരത്തിൽ ശ്രേഷ്ഠന് മുൻപിൽ അവർ മുറപ്രകാരം ഗാന ശുശ്രൂഷ ചെയ്തു പോന്നു. ശുശ്രൂഷ ചെയ്തിരുന്നവരുടെ വംശ പരമ്പര. കൊഹാത്ത് കുലത്തിൽ നിന്നും ഗായകനായ ഹേമാൻ. ഹേമാന്റെ പിതാക്കന്മാർ തലമുറ ക്രമത്തിൽ ജോയേൽ, സാമുവേൽ. എൽഖാന, യെറഹാം, എലിയാർ, ദേവാക്, സൂഫ്. എൽഖാന, മഹത്ത്, അമാസായി. എൽഖാന, ജോയേൽ, അസറിയ, സഫാനിയ, തഹത്ത്, അസീർ, എബിയാസാസ്, കോറഹ്, ഇസ്ഹാർ, കൊഹാത്ത്. ലേവി. ഇസ്രായേൽ ഹോമാന്റെ വലത്തുഭാഗത്ത് നിന്ന് അവന്റെ സഹോദരൻ ആസാഫ്. ആസാഫിന്റെ പിതാക്കന്മാർ തലമുറ ക്രമത്തിൽ ബെറഹയ്യ, ഷിമെയ, മിഖേൽ, ബാസയ, മൽക്കിയ, എത്നി, സേറക്, അഹായ, ഏഥാൻ, സിമ്മ, ഷിമെയി, യാഥാൻ. സഹോദരന്മാരായ മെറാറി പുത്രന്മാർ ഇടത്ത് ഭാഗത്തുനിന്ന് അവരിൽ പ്രമുഖർ ഏതാന്റെ പിതാക്കന്മാർ തലമുറ ക്രമത്തിൽ ഇഷി, അബ്ദി, മല്ലൂക്ക്.
ഹഷാബിയ, തമസിയ, ഹിൽക്കിയ, അമസി, ബാനി, ഷേമർ, മഹ്ലി, മൂഷി, മെറാറി, ലേവി. അവരുടെ സഹോദരന്മാരെ ലേവ്യർ ദേവാലയ ശുശ്രൂഷകൾ നിയുക്തരായിരുന്നു. ദേവദാസനായ മോശയുടെ കൽപ്പനയനുസരിച്ച് അഹ്റോനും സന്തതികളും ദഹന ബലിപീഠത്തിനും ധൂപപീഠത്തിനും കാഴ്ചകൾ അർപ്പിക്കുകയും അതിവിശുദ്ധ സ്ഥലത്തെ ശുശ്രൂഷകൾ നിർവഹിക്കുകയും ഇസ്രായേലിന് വേണ്ടി പരിഹാരം അനുഷ്ഠിക്കുകയും ചെയ്തു പോന്നു. അഹ്റോന്റെ പുത്രന്മാർ തലമുറക്രമത്തിൽ എലെയാസാർ, ഫീനഹാസ്, അബിഷുവ, ബുക്കിയൂസി, സെറാക്കിയ, മെറോത്ത്, അംസിയ, അഹിബൂദ്, സാദോക്, അഹിമാസ്. അവരുടെ വാസസ്ഥലങ്ങളും അതിർത്തികളും. അഹ്റോന്റെ സന്തതികൾ കഹാത്യ കുലത്തിന് ആദ്യം കുറിവേണം. അവർക്ക് യൂദാദേശത്ത് ഹെബ്രോണും ചുറ്റുമുള്ള മേച്ചിസ്ഥലങ്ങളും കൊടുത്തു. എന്നാൽ പട്ടണത്തിൽ വയലുകളും ഗ്രാമങ്ങളും യെഫുന്നെ മകനായ കാലിബിനാണ് കൊടുത്തത്. അഹ്റോന്റെ മക്കൾക്ക് അഭയനഗരമായ ഹെബ്രോൺ, ലിബ്ന, യത്തീർ, എഷ്താമോ, ഹിലേൻ, നബീർ, ആഷാൻ, ബേത്ത്ശെമോക് എന്നീ നഗരങ്ങളും അവയുടെ മേച്ചിൽപ്പുറങ്ങളും. ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് ഗേബ, അലേമെത്ത്, അനാത്തോത്ത് എന്നീ പട്ടണങ്ങളും അവയുടെ മേച്ചിൽസ്ഥലങ്ങളും കൊടുത്തു. ആകെ 13 പട്ടണങ്ങൾ അവരുടെ കുലങ്ങൾക്ക് കിട്ടി. ശേഷിച്ച ഗോഹാത്യ കുടുംബക്കാർക്ക് കുറിയനുസരിച്ച് മനശ്ശെയുടെ അർത്ഥഗോത്രത്തിൽ നിന്നും 10 നഗരങ്ങൾ നൽകി. ഗർശോം കുടുംബങ്ങൾക്ക് ഇസ്സാർ, ആശേർ, നഫ്താലി, ബാഷാനിലെ മനാസെ എന്നീ ഗോത്രങ്ങളിൽ നിന്നും 13 പട്ടണങ്ങൾ കൊടുത്തു. മെറാറി കുടുംബങ്ങൾക്ക് റൂബൻ, ഗാദ്, സെബുലൂൺ എന്നീ ഗോത്രങ്ങളിൽ നിന്നും 12 പട്ടണങ്ങൾ കൊടുത്തു. ഇങ്ങനെ ഇസ്രായേൽ ജനം ലേവ്യർക്ക് പട്ടണങ്ങളും മേച്ചിൽസ്ഥലങ്ങളും നൽകി. യൂദ, ശെമയോൻ, ബെഞ്ചമിൻ എന്നീ ഗോത്രങ്ങളിൽ നിന്ന് മേൽപ്പറഞ്ഞ പട്ടണങ്ങൾ വീണതനുസരിച്ച് കൊടുത്തു. ചില കുടുംബങ്ങൾക്ക് എഫ്രൈം ഗോത്രത്തിൽ നിന്നും പട്ടണങ്ങൾ നൽകി. എഫ്രൈം മലനാട്ടിലെ അഭയ നഗരമായ ഷെക്കെ, ഗേസർ, യോക്മെയ, ബെത്ത്ഹോർ ഓൺ, അയ്യനോൻ, യെത്രിമോൻ എന്നിവയും അവയുടെ മേച്ചിൽസ്ഥലങ്ങളും. മനാശ്ശെയുടെ അർത്ഥഗോത്രത്തിൽ നിന്ന് ആനർ, ബിലെയാം എന്നീ പട്ടണങ്ങളും അവയുടെ മേച്ചിൽസ്ഥലങ്ങളും അവർക്ക് നൽകി. ഗർശോം കുടുംബങ്ങൾക്ക് നൽകപ്പെട്ട നഗരങ്ങളും മേച്ചിൽസ്ഥലങ്ങളും. മനാശ്ശെയുടെ അർത്ഥഗോത്രത്തിൽ നിന്നും ബാഷാനിലെ ഗോലാൻ, അഷ്താറോത്ത്. ഇസ്രായേൽ ഗോത്രത്തിൽ നിന്നും കേദശ്, ദെബറേത്ത്, റാമോത്ത്, ആനേം. ആഷേർ ഗോത്രത്തിൽ നിന്നും മാഷ, അബ്ദോൻ, ഹുക്കോക്, റാബോക്. നഫ്താലി ഗോത്രത്തിൽ നിന്നും ഗലിയേഡ്, കേദശ്, ഹമ്മോൻ, കിര്യാത്ത് യാം. മെറാറി കുടുംബങ്ങളിൽ നിന്നും ശേഷിച്ചവർക്ക് നൽകപ്പെട്ട നഗരങ്ങളും മേച്ചിൽസ്ഥലങ്ങളും. സെബുലൂൺ ഗോത്രത്തിൽ നിന്നും ഹമ്മോനായ താബോർ. റൂബൻ ഗോത്രത്തിൽ നിന്നും ജെറീക്കയുടെ സമീപം ജോർദാന് കിഴക്ക് മരുഭൂമിയിലെ ബേനസർ, യാസ, മേഫാത്ത്. ഗാദ് ഗോത്രത്തിൽ നിന്നും റാമോത്ത്, ഗിലെയാദ്, മഹനായിം, ഹെഷ്ബോൺ, യാസർ എന്നിവയും മേച്ചിൽസ്ഥലങ്ങളും. ഹലോ, ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. മനാസയുടെ അർത്ഥഗോത്രത്തിൽ നിന്ന് ആനേർ, ബിലിയാം എന്നീ പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും അവർക്ക് നൽകി. ഗർശോം കുടുംബങ്ങൾക്ക് നൽകപ്പെട്ട നഗരങ്ങളും മേച്ചിൽ സ്ഥലങ്ങളും. മനാസയുടെ അർത്ഥഗോത്രത്തിൽ നിന്നും ബാഷാനിലെ ഗോലാൻ, അക്ഷതാറോത്ത്. ഇസ്സാക്കർ ഗോത്രത്തിൽ നിന്ന് കേദശ്, ദബറേദ്, റാമോത്ത്, ആനേം. ആഷേർ ഗോത്രത്തിൽ നിന്നും മാഷാൻ, അബദോൻ, ഹുക്കോക്, റാഹോബ്. നഫ്താലി ഗോത്രത്തിൽ നിന്നും ഗലീലയിലെ കേദശ്, ഹമ്മോൻ, കിരിയാത്തയീം. മെറാറി കുടുംബങ്ങളിൽ ശേഷിച്ചവർക്ക് നൽകപ്പെട്ട നഗരങ്ങളും മേച്ചിൽ സ്ഥലങ്ങളും. സെബുലൂൺ ഗോത്രത്തിൽ നിന്നും റിമോന, താബോർ. റൂബൻ ഗോത്രത്തിൽ നിന്നും ജെറീക്കോയുടെ സമീപം ജോർദാന് കിഴക്കും മരുഭൂമിയിലെ ബേസർ, യാസ, കേദാമോത്ത്, മേഫാത്ത്. ഗാദ് ഗോത്രത്തിൽ നിന്നും റാമോത്ത്, ഗിലെയാദ്, മഹനായിം, ഹെഷ്ബോൺ, യാസർ എന്നിവയും മേച്ചിൽ സ്ഥലങ്ങളും. അധ്യായം 7. ഇസാക്കറിന്റെ സന്തതികൾ. ഇസാക്കറിന്റെ പുത്രന്മാർ തോല, ഫുവ, യാഷൂബ്,
ഷിമ്രോൻ എന്നീ 4 പേർ. തോലയുടെ പുത്രന്മാർ ഉസ്സി, റഫായ, യറിയേൽ, യഹ്മായി, ഇബ്സാം, സാമുവൽ. ഇവർ തോലയുടെ കുലത്തിലെ തലവന്മാരും അവരുടെ തലമുറകളിൽ പരാക്രമികളും ആയിരുന്നു. ദാവീദിന്റെ കാലത്ത് അവരുടെ സംഖ്യ 22,600. ഊസിയുടെ പുത്രൻ ഇസ്രാഹിയയുടെ പുത്രന്മാർ മിഖായേൽ, ബൊദിയ, ജോയൽ, ഇഷ്യ എന്നീ 5 പേർ. ഇവർ എല്ലാവരും പ്രമുഖന്മാരായിരുന്നു. അവർക്ക് അനേകം ഭാര്യമാരും പുത്രന്മാരും ഉണ്ടായിരുന്നു. അവരുടെ കുലത്തിൽ കുടുംബം അനുസരിച്ച് ഗണങ്ങളായി തിരിച്ച 36,000 യോദ്ധാക്കൾ ഉണ്ടായിരുന്നു. ഇസാക്കർ ഗോത്രത്തിലെ എല്ലാ കുലങ്ങളിൽ നിന്നും ആകെ 87,000 പേർ സൈന്യത്തിൽ ഉണ്ടായിരുന്നു. ബെഞ്ചമിന്റെ പുത്രന്മാർ ബേല, ബേഖർ, യദിയായേൽ എന്നീ 3 പേർ. ബേലയുടെ പുത്രന്മാർ എസ്ബോൻ, ഉസ്സി, ഉസിയേൽ, യെറിമോത്ത്, ഈറിം. ഈ 5 പേർ കുലത്തലവന്മാരും യോദ്ധാക്കളുമായിരുന്നു. വംശാവലി പ്രകാരം ഇവരുടെ കുലങ്ങളിൽ ആകെ 20,034 പേർ. ബേഖറിന്റെ പുത്രന്മാർ സെമിറ, യോവാഷ്, എലിയസർ, എലിയോവേനായി, ഓമ്രി, യാറെമോത്ത്, അബിയ, അനാത്തോത്ത്, അലേമെത്ത്. വംശാവലി പ്രകാരം അവരുടെ കുലങ്ങളിൽ 20,200 ധീരയോദ്ധാക്കൾ. യാദിയേലിന്റെ പുത്രൻ ബിൽഹാൻ, ബിൽഹാന്റെ പുത്രൻ യവൂഷ്, ബെഞ്ചമിൻ, യഹൂദ്, കെനാന, സേഥാൻ, താർഷീഷ്, അഹിഷാഹർ. യാദിയേലിന്റെ കുലത്തിൽ വംശാവലി പ്രകാരം 17,200 യോദ്ധാക്കൾ. ഈറിന്റെ പുത്രന്മാർ ഷുപ്പീം, ഹുപ്പീം. അഹേറിന്റെ പുത്രൻ ഹുഷീം. നഫ്താലിയുടെ പുത്രന്മാർ യഹ്സിയേൽ, ഗൂനി, യേസർ. ബിൽഹൈന്ന് ജനിച്ച ഷല്ലൂം. മനേസയുടെ പുത്രന്മാർ അരമായിക്കാരിയായ ഉപനാരിയിൽ നിന്നും ജനിച്ച അസ്രിയേൽ. അവൾ ഗിലിയാദിന്റെ പിതാവായ മാഖീറിന്റെയും അമ്മയാണ്. മാഖീർ ഹുപ്പീമിനും ഷുപ്പീമിനും ഭാര്യമാരെ നൽകി. അവന്റെ സഹോദരി മാഖ. മാഖീറിന്റെ 2ാമത്തെ പുത്രൻ സെലൗഫഹാദ്. അവന് പുത്രിമാരെ ഉണ്ടായിരുന്നുള്ളൂ. മാഖീറിന്റെ ഭാര്യ മാഖ ഒരു പുത്രനെ പ്രസവിച്ചു. അവനെ പേരെഷ് എന്ന് പേരിട്ടു. അവന്റെ സഹോദരനായ ഷേരെഷിന്റെ പുത്രന്മാർ ഊലാം, റാഖെം. ഊലാമിന്റെ പുത്രൻ ബദാൻ. ഇവർ മനാസയുടെ മകനായ മാഖീറിന്റെ മകൻ ഗിലയാദിന്റെ പുത്രന്മാരാകുന്നു. ഗിലയാദിന്റെ സഹോദരി ഹമ്മോലെക്കത്തിന്റെ പുത്രന്മാർ ഇഷ്ഹോദ്, അബിയേസർ, മഹ്ല. ഷെമീദയുടെ പുത്രന്മാർ അഹിയാൻ, ഷെക്കം, ലിക്കിഹിം, അനിയാം. എഫ്രൈമിന്റെ പുത്രന്മാർ തലമുറക്രമത്തിൽ ഷുത്തേലഹ്, ബേരത്ത്, തഹാത്ത്, എലയാദ, തഹത്ത്, സാബാദ്, ഷുത്തലേഹ്. ഷുത്തലേഹിന്റെ പുത്രന്മാർ യേസർ, എലയാദ്. ഇവർ തദ്ദേശവാസികളായ ഗദ്യരുടെ കന്നുകാലികളെ അപഹരിക്കാൻ ചെന്നപ്പോൾ കൊല്ലപ്പെട്ടു. പിതാവായ എഫ്രൈം വളരെ നാൾ അവരെ കുറിച്ച് വിലപിച്ചു. സഹോദരന്മാർ ആശ്വസിപ്പിക്കാൻ ചെന്നു. പിന്നീട് അവൻ ഭാര്യയെ പ്രാപിക്കുകയും അവൾ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു. തന്റെ ഭവനത്തിന് അനർത്ഥം ഭവിക്കാൽ അവന് ബെറിയ എന്ന് പേരുവിട്ടു. അവന്റെ മകൾ ഷേറ താഴെയും മേലെയുമുള്ള ബെത്ത്ഹറോണും ഉസൻഷേരയും നിർമ്മിച്ചു. എഫ്രൈമിന്റെ മകൻ റേഫായുടെ പുത്രന്മാർ തലമുറക്രമത്തിൽ റെസഫ്, തേലഹ്, തഹാൻ, ലാദാൻ, അമ്മീഹൂദ്, എലിഷാമാൻ, നൂൻ, ജോഷുവ. അവർക്കും അവകാശമായി ലഭിച്ച വാസസ്ഥലങ്ങൾ ബദേൽ, കിഴക്ക് നാരാൻ, പടിഞ്ഞാറ് ഗേസർ, ഷെക്കം, അയ്യ. മനാസയുടെ ദേശത്തിനരികെ ബത്ഷയൻ, താനാക്ക്, മെഗിദോ, ദോർ എന്നിവയും അവയുടെ ഗ്രാമങ്ങളും. ഇസ്രായേലിന്റെ മകനായ ജോസഫിന്റെ പുത്രന്മാർ ഇവയിൽ വസിച്ചു. ആഷേറിന്റെ പുത്രന്മാർ ഇമ്ന, ഇഷ്വ, ഇഷ്വി, ബെറിയ. ഇവരുടെ സഹോദരി സേരഹ്. ബെറിയയുടെ പുത്രന്മാർ ഹേബർ, ബിർസായിത്തിന്റെ പിതാവായ മൽക്കിയേൽ. ഹേബറിന്റെ പുത്രന്മാർ യാഫ്ലത്ത്, ഷോമർ, ഹോദാം. അവരുടെ സഹോദരി ഷൂവ.
യാഫ്ലത്തിന്റെ പുത്രന്മാർ പാസാഖ്, ബിംഹൽ, അശ്വാദ്. അവന്റെ സഹോദരനായ ഷേമറിന്റെ പുത്രന്മാർ റോഹ്ഗ, യാഹൂബ, ആരാം. അവന്റെ സഹോദരനായ ഹേലെമിന്റെ പുത്രന്മാർ സെഫാഹ്, ഇമ്ന, ഷേലാഷ്, അമാൽ. സൗഫാറിന്റെ പുത്രന്മാർ സുവാഹ്, ഹർനേഫർ, ഷുവാൽ, ബേരി, ഇമ്ര, ബേസർ, ഹോദ്, ഷമ്മ, ഷിൽഷ, ഇത്രാൻ, ബേര. യേഥറിന്റെ പുത്രന്മാർ യഫുന്ന, പിസ്പ, ആര. ഉല്ലായുടെ പുത്രന്മാർ ആര, ഹനിയേൽ, റിസിയ. ഇവർ ആഷേറിന്റെ ഗോത്രത്തിലെ കുലത്തലവന്മാരും പ്രസിദ്ധരായ വീരയോദ്ധാക്കളും പ്രഭുക്കന്മാരിൽ പ്രമുഖരുമായിരുന്നു. സൈന്യത്തിൽ ചേർന്ന അവർ ആകെ 26,000 പേർ ഉണ്ടായിരുന്നു. ബെഞ്ചമിന്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ ബേല, അഷ്ബൽ, അഹാര, നോഹാർ, റാഫ. ബലായുടെ പുത്രന്മാർ അബ്ദാർ, ഗേര, അബിഹൂദ്, അബീഷ്വ, നാമാൻ, അഹോവഹ്, ഗേര, ഷെഫുഫാൻ, ഹൂറാം. ഏഹൂദിന്റെ പുത്രന്മാർ നാമാൻ, അഹിയ, ഗേര. ഗേബായിൽ വസിച്ചിരുന്ന ഈ കുടുംബത്തലവന്മാർ മനഹത്തിലേക്ക് നാടുകടത്തപ്പെട്ടു. ഉസായുടെയും അഹിഹൂദിന്റെയും പിതാവായ ഗേരയാണ് അവരെ പ്രവാസത്തിലേക്ക് നയിച്ചത്. ഹുഷീം, ബാരാം എന്നീ ഭാര്യമാരെ ഉപേക്ഷിച്ചതിനു ശേഷം ഷഹറായിമിനും മെവാബ് ദേശത്ത് വെച്ച് പുത്രന്മാരുണ്ടായി. അവന് ഭാര്യ ഹോദഷിൽ യോബാബ്, സിബിയ, മെഷ, മൽക്കം, യാവു, സക്കിയ, മിർമ എന്നീ പുത്രന്മാരുണ്ടായി. ഇവർ കുലത്തലവന്മാരാണ്. ഹൂഷിമിൽ അവന് അബിത്തൂബ്, എൽപാൽ എന്നീ പുത്രന്മാരുണ്ടായി. എൽപാലിന്റെ പുത്രന്മാർ എബേർ, മിഷാം, ഷെമേദ്, ഓനോ, ലോദ് എന്നീ പട്ടണങ്ങൾ പണിത് ഷേമതാണ്. അയ്യാലോൺ നിവാസികളുടെ പിതൃകുടുംബത്തലവന്മാരായ ബറിയ, ഷേമ എന്നിവർ ഗത്ത് നിവാസികളെ ഓടിച്ചു കളഞ്ഞു. അഹ്യോ, ഷാഷാക്ക്, യാറെമോദ്, സെബദിയ, ആരാദ്, ഏദർ, മിഖായൽ, ഇഷ്പ, യോഹ എന്നിവർ ബെറിയയുടെ പുത്രന്മാരാണ്. സെബദിയ, മെഷുല്ലാം, ഹിസ്കി, ഹേബർ, ഇഷ്മറായി, ഇസലിയ, യോബാബ് എന്നിവർ എൽപാലിന്റെ പുത്രന്മാർ. യാക്കിം, സിക്രി, സാബ്ദി, എലിയനായി, സില്ലത്തായി, എലിയേൽ, അദായ, ബെറായ, ഷിമറാത്ത് എന്നിവർ ഷിമയുടെ പുത്രന്മാർ. ഇഷ്ഫാൻ, ഏബർ, എലിയേൽ, അബ്ദോൻ, സിക്രി, ഹാനാൻ, ഹനനിയ, ഏലാം, അന്തോത്തിയ, ഇഫ്ദേയ, പെനുവേൽ എന്നിവർ ഷാഷാക്കിന്റെ പുത്രന്മാർ. ഷാംഷറായി, ഷെഹറിയ, അത്താലിയ, യാറഷ്യ, ഏലിയ, സിക്രി എന്നിവർ യെറോഹോമിന്റെ പുത്രന്മാർ. തലമുറക്രമത്തിൽ കുലത്തലവന്മാരും പ്രമുഖന്മാരുമായ ഇവർ ജെറുസലേമിൽ പാർത്തു. ഗിബയോന്റെ പിതാവായ യായേൽ ഗിബയോണിൽ പാർത്തു. അവന്റെ ഭാര്യ മാഖ. അവന്റെ ആദ്യജാതൻ അബ്ദോൻ. മറ്റു പുത്രന്മാർ സൂർ, കിഷ്, ബാൽ, നാദാബ്, ഗദോർ, അഹ്യോ, സേഖർ. ഷിമേയുടെ പിതാവായ മിക്ലോത്ത്. ഇവർ ജെറുസലേമിൽ ചാർച്ചക്കാരോടൊത്തു വസിച്ചു. സാവൂളിന്റെ കുടുംബം. നേറിന്റെ മകൻ കിഷ്, കിഷിന്റെ മകൻ സാവൂൾ. സാവൂളിന്റെ പുത്രന്മാർ ജോനാഥൻ, മൽക്കിഷ്വ, അബിനാദാബ്, എഷ്ബാൽ. ജോനാഥിന്റെ മകൻ മെറിബാൽ, മെരിബാലിന്റെ മകൻ മിഖ. മിഖായുടെ പുത്രന്മാർ പിത്തോൻ, മേലക്, തരയ, ആഹാസ്. ആഹാസിന്റെ മകൻ യഹോവാദ. യഹോവാദയുടെ പുത്രന്മാർ അലമത്ത്, അസ്മവത്ത്, സിമ്രി. സിമ്രിയുടെ പുത്രന്മാർ തലമുറക്രമത്തിൽ മോസ, ബിനയ, റാഫ, എലയാസ, ആസേൽ. ആസേലിന്റെ പുത്രന്മാർ അസക്രാം, ബൊഖ്രു, ഇസ്മേൽ, ഷെയാറിയ, ഒബാദിയ, ഹനാൻ എന്നീ 6 പേർ. അവന്റെ സഹോദരനായ ഏഷകിന്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ ഊലാം, യവൂഷ്, എലിഫലത്ത്. ഊലാമിന്റെ പുത്രന്മാർ ശക്തന്മാരായ യോദ്ധാക്കളും വില്ലാളികളുമായിരുന്നു. അവർ പുത്രപൗത്രന്മാർ 150 പേരുണ്ടായിരുന്നു. ഇവരെല്ലാം ബെഞ്ചമിൻ ഗോത്രജരാണ്.
ഇസ്രായേൽ ജനത്തിന്റെ പേരുകൾ വംശാവലിക്രമത്തിൽ തയ്യാറാക്കി ഇസ്രായേൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിശ്വസ്തത നിമിത്തം യൂദ ബാബിലോണിലേക്ക് നാടുകടത്തപ്പെട്ടു. ഇസ്രായേലിലും പുരോഹിതന്മാരും ലേവ്യരും ദേവാലയ ശുശ്രൂഷകരാണ് തങ്ങൾക്ക് അവകാശപ്പെട്ട നഗരങ്ങളിലേക്ക് ആദ്യം മടങ്ങി വന്നത്. യൂദ, ബെഞ്ചമിൻ, എഫ്രായിം, മനാസെ എന്നീ ഗോത്രങ്ങളിൽ നിന്നും ജെറുസലേമിൽ പാർത്തവർ. യൂദായുടെ മകനായ പേരസിന്റെ പുത്രന്മാരിൽ നിന്ന് ഉദായി അമ്മീഹൂദിന്റെ പുത്രൻ, അമ്മീഹൂദ് ഓമ്രിയയുടെ പുത്രൻ, ഓമ്രി ഇമ്രിയയുടെ പുത്രൻ, ഇമ്രി ബാനിയുടെ പുത്രൻ, ഷേലായുടെ ആദ്യജാതൻ അസായായും അവന്റെ പുത്രന്മാരും. സേരായുടെ പുത്രന്മാരിൽ നിന്നും യൗവലും ചാർച്ചക്കാരും. ആകെ 690 പേർ. ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്നും ഹസേനുവയുടെ മകൻ ഹോദായിയുടെ മകനായ മെഷൂലുമിന്റെ മകൾ സല്ലു, യറോഹാമിന്റെ മകൻ ഇബ്നയ, മിക്രുയുടെ മകനായ ഉസിയുടെ മകൻ ഏല, ഇബ്നാനിയുടെ മകനായ റവുവേലിന്റെ മകൻ ഷഫാത്തിയയുടെ മകനായ മെഷുല്ലാം. ആകെ 956 പേർ. ഇവർ കുടുംബത്തലവന്മാരായിരുന്നു. പുരോഹിതന്മാരിൽ യദായ, യഹോറിയാറിബ്, യാഖിൻ. ദേവാലയത്തിലെ പ്രധാന സേവകനായ അസറിയ ഹിൽക്കിയയുടെ പുത്രൻ. ഹിൽക്കിയ മെഷുല്ലാമിന്റെ പുത്രൻ. അവൻ സാദോക്കിന്റെ പുത്രൻ. സാദോക്ക് മെറായോത്തിന്റെ പുത്രൻ. അവൻ അഹിത്തൂബിന്റെ പുത്രൻ. മൽക്കിയായുടെ മകനായ പാഷൂറിന്റെ മകൻ യാറോഹമിന്റെ മകൻ അദയ, ഇമ്മറിന്റെ മകൻ മെഷില്ലേത്തേമിന്റെ മകനായ മെഷുല്ലാമിന്റെ മകൻ യഹ്നെസേറായുടെ മകനായ അഭിയേലിന്റെ മകൻ മാസായി. കുടുംബത്തലവന്മാരായ പുരോഹിതന്മാർ ചാർച്ചക്കാർക്ക് പുറമെ ആകെ 1760 പേർ. അവർ ദേവാലയ ശുശ്രൂഷയിൽ പ്രഗത്ഭരായിരുന്നു. ലേവ്യരിൽ നിന്നും മെറാറി മക്കളിൽ ഹഷാബിയായുടെ മകൻ അസ്രിക്കാമിന്റെ മകനായ ഹഷൂബിന്റെ മകൻ ഷെമായ, ബക്ബാക്കർ, ഹേരഷ്, ഗലാൽ, ആസാഫിന്റെ മകൻ സിക്രിയയുടെ മകനായ മിഖായുടെ മകൻ മത്താനിയ, യദുദൂനിന്റെ മകൻ ഗലാലിന്റെ മകനായ ഷെമയായുടെ മകൻ ഒബാദിയ, നെതോഫ്യത്തിയാരുടെ ഗ്രാമങ്ങളിൽ പാർത്തിരുന്ന എൽക്കാനായുടെ മകനായ ആസായുടെ മകൻ ബറഖ്യ, ഷല്ലൂം, അക്കൂബ്, തൽമോൻ, അഹിമാൻ എന്നിവരും അവരുടെ ചാർച്ചക്കാരും വാതിൽ കാവൽക്കാരായിരുന്നു. ഷല്ലൂമായിരുന്നു പ്രമുഖൻ. ഇവർ രാജാവിന്റെ കിഴക്കേ കവാടത്തിൽ ഇന്നും കാവൽ നിൽക്കുന്നു. ലേവ്യരുടെ പാളയത്തിലെ വാതിൽ കാവൽക്കാർ ഇവരായിരുന്നു. കോറഹിന്റെ മകൻ എബിയാസാഫിന്റെ മകനായ കോറയുടെ മകൻ ഷല്ലൂമും ചാർച്ചക്കാരായ കോറാഹ്യരും തങ്ങളുടെ പിതാക്കന്മാരെ പോലെ കൂടാരവാതിലിന്റെ കാവൽക്കാരും ശുശ്രൂഷയുടെ മേൽനോട്ടക്കാരുമായിരുന്നു. എലേസ്യറിന്റെ മകനായ ഫിനെഹാസ് ആയിരുന്നു പണ്ട് അവരുടെ അധിപൻ. കർത്താവ് അവനോടുകൂടെ ഉണ്ടായിരുന്നു. മെഷലേമിയുടെ മകൻ സക്കറിയ ആയിരുന്നു സമാഗമ കൂടാരവാതിലിന്റെ കാവൽക്കാരൻ. വാതിൽ കാവൽക്കാരായി നിയോഗിക്കപ്പെട്ട ആകെ 212 പേർ. അവരുടെ പേരുകൾ വംശാവലിക്രമത്തിൽ അവരുടെ ഗ്രാമങ്ങളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ദാവീദും ദീർഘദർശിയായ സമൂവലുമാണ് അവരെ നിയമിച്ചത്. അങ്ങനെ അവരും പുത്രന്മാരും ദേവാലയത്തിന്റെ കർത്താവിന്റെ കൂടാരത്തിന്റെ വാതിൽ കാവൽക്കാരായി 4 വശത്തും കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കും കാവൽക്കാരുണ്ടായിരുന്നു. ഗ്രാമങ്ങളിൽ താമസിച്ചിരുന്ന അവരുടെ ചാർച്ചക്കാർ തവണ വെച്ച് 7 ദിവസം വീതം അവരെ ശുശ്രൂഷയിൽ സഹായിച്ചു. വാതിൽ കാവൽക്കാരുടെ നായകന്മാരായ 4 ലേവ്യരും ദേവാലയത്തിലെ അറകളുടെയും നിക്ഷേപങ്ങളുടെയും സൂക്ഷിപ്പുകാരായിരുന്നു. കാവൽ നിൽക്കുന്നതും പ്രഭാതത്തിൽ വാതിൽ തുറക്കുന്നതും അവരുടെ കടമയായിരുന്നതിനാൽ അവർ ദേവാലയത്തിന് ചുറ്റും പാർത്തു വന്നു. ഇവരിൽ ചിലർ ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങളുടെ സൂക്ഷിപ്പുകാരായിരുന്നു. അവ പുറത്തു കൊണ്ടുപോവുകയും അകത്ത് കൊണ്ടുവരികയും ചെയ്യുമ്പോൾ എണ്ണി തിട്ടപ്പെടുത്തേണ്ടിയിരുന്നു.
മറ്റു ചിലർ വിശുദ്ധ സ്ഥലത്തെ സജ്ജീകരണങ്ങളുടെയും വിശുദ്ധ പാത്രങ്ങളുടെയും മേൽനോട്ടം വഹിച്ചു. മാവ്, വീഞ്ഞ്, എണ്ണ, കുന്തുരുക്കം, മറ്റു സുഗന്ധദ്രവ്യങ്ങൾ എന്നിവയുടെ മേൽനോട്ടവും അവർക്കുണ്ടായിരുന്നു. പുരോഹിതന്മാരാണ് സുഗന്ധദ്രവ്യക്കൂട്ട് ഒരുക്കിയിരുന്നത്. കാഴ്ചയ്ക്കുള്ള അടയുടെ ചുമതല കോറഹ് വംശജനായ ശല്ലൂമിന്റെ ആദ്യജാതനും ലേവ്യനുമായ മത്താത്യായിക്ക് ആയിരുന്നു. അവരുടെ ചർച്ചക്കാരും കൊഹാത്യരുമായ ചിലർക്കായിരുന്നു സാബത്ത് തോറും പുതിയ തിരുസാന്നിധ്യം അപ്പം തയ്യാറാക്കുന്ന ചുമതല. ഗാനശുശ്രൂഷയുടെ ചുമതല വഹിച്ചിരുന്ന ലേവിയ കുടുംബത്തിലെ തലവന്മാർ രാവും പകലും ശുശ്രൂഷ ചെയ്യേണ്ടിയിരുന്നതുകൊണ്ട് ദേവാലയത്തോടനുബന്ധിച്ചുള്ള മുറികളിൽ പാർത്തു. അവർക്ക് മറ്റു ചുമതലകൾ ഉണ്ടായിരുന്നില്ല. ഇവരെല്ലാവരും ലേവി ഗോത്രത്തിലെ കുലത്തലവന്മാരാണ്. അവർ ജെറുസലേമിൽ പാർത്തു വന്നു. ഗിബായോന്റെ പിതാവായ ജയിയേൽ ഗിബയോനിൽ പാർത്തു. അവന്റെ ഭാര്യ മാഖ, ആദ്യജാതൻ അബ്ദോൻ. മറ്റു പുത്രന്മാർ സൂർ, കിഷ്, ബാൽ, നെർ, നാബാദ്, ഗദോർ, അഹിയോ, സക്കറിയ, മിക്ലോത്തിന്റെ മകൻ ഷിമയ. ഇവർ ജെറുസലേമിൽ തങ്ങളുടെ ചാർച്ചക്കാരോടൊത്ത് പാർത്തു വന്നു. നേറിന്റെ മകൻ കിഷ്, കിഷിന്റെ മകൻ സാവുൾ, സാവുളിന്റെ പുത്രന്മാർ ജോനാഥാൻ, മിൽക്കിഷ്വ, അബിനാദാബ്, എഷ്ബാൽ. ജോനാഥാന്റെ പുത്രൻ മെരിബാൽ, മെരിബാലിന്റെ പുത്രൻ മീഖ, മീഖായുടെ പുത്രന്മാർ പിത്തോൻ, മേലക്, തഹ്റയ, ആഹാസ്. ആഹാസിന്റെ പുത്രൻ യാറ, യാറായുടെ പുത്രന്മാർ അലേമത്ത്, അസ്മാവത്ത്, സിമ്രി, സിമ്രിയുടെ മകൻ മോസ, മോസായുടെ പുത്രന്മാർ തലമുറക്രമത്തിൽ ബിനയ, റഫായ, എലയാസ, ആസേൽ, ആസേലിന് അസ്രിക്കാം, ബോക്കരു, ഇഷ്മായേൽ, ഷെയാറിയ, ഒബാദിയ, ഹാനാൻ എന്നീ 6 പുത്രന്മാരുണ്ടായിരുന്നു. അധ്യായം 10. സൗളിന്റെ മരണം. ഫിലിസ്ത്യർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. പിന്തിരിഞ്ഞോടിയ ഇസ്രായേലിയർ ഗിൽബോവ മലയിൽ വെച്ച് വധിക്കപ്പെട്ടു. ഫിലിസ്ത്യർ സൗളിനെയും പുത്രന്മാരെയും പിന്തുടർന്ന് ജോനാഥാൻ, അബിനാദാബ്, മെൽക്കിഷ്വ എന്നിവരെ വധിച്ചു. സൗളിന് ചുറ്റും യുദ്ധം രൂക്ഷമായി. വില്ലാളികൾ അവനെ അമ്പെയ്ത് മുറിപ്പെടുത്തി. സൗൾ തന്റെ ആയുധവാഹകനോട്, ഈ അപരിചിതർ എന്നെ അപമാനിക്കാതിരിക്കാൻ വാളൂരി എന്നെ കൊല്ലുക എന്ന് പറഞ്ഞു. ഭയചകിതനായ ആയുധവാഹകൻ അത് ചെയ്തില്ല. സൗൾ തന്റെ വാളെടുത്ത് അതിന്മേൽ വീണു. സൗൾ മരിച്ചെന്ന് കണ്ട് ആയുധവാഹകനും വാളിന്മേൽ വീണു മരിച്ചു. അങ്ങനെ സൗളും 3 മക്കളും കുടുംബം മുഴുവനും ഒരുമിച്ച് മരിച്ചു. സൈന്യം പലായനം ചെയ്തെന്നും സൗളും പുത്രന്മാരും മരിച്ചെന്ന് കേട്ടപ്പോൾ താഴ്വരയിൽ വസിച്ചിരുന്ന ഇസ്രായേലിയർ തങ്ങളുടെ ഗ്രാമങ്ങൾ ഉപേക്ഷിച്ച് ഓടിപ്പോയി. ഫിലിസ്ത്യർ അവിടെ വാസമുറപ്പിച്ചു. അടുത്ത ദിവസം കൊല്ലപ്പെട്ടവരെ കൊള്ളയടിക്കാൻ ഫിലിസ്ത്യർ വന്നപ്പോൾ സൗളും പുത്രന്മാരും ഗിൽബോവ മലയിൽ മരിച്ചു കിടക്കുന്നത് കണ്ടു. അവർ അവന്റെ വസ്ത്രം ഉരിഞ്ഞു തല വെട്ടിയെടുത്തു. ആയുധങ്ങളും കരസ്ഥമാക്കി. തങ്ങളുടെ വിഗ്രഹങ്ങളെയും ജനത്തെയും ഈ സദ്വാർത്ത അറിയിക്കുവാൻ ആ ദൂതന്മാരെ അയച്ചു. അവന്റെ ആയുധങ്ങൾ അവർ തങ്ങളുടെ ദേവന്റെ ക്ഷേത്രത്തിൽ സമർപ്പിച്ചു. ശിരസ് ദാഗോന്റെ ക്ഷേത്രത്തിൽ തൂക്കിയിട്ടു. ഫിലിസ്ത്യർ സൗളിനോട് പ്രവർത്തിച്ചത് യാബേഷ് ഗിലെയാദിലുണ്ടായിരുന്നവർ കേട്ടു. അവരിൽ ധീരന്മാരായവർ ചെന്ന് സൗളിന്റെയും മക്കളുടെയും മൃതദേഹങ്ങൾ യാബേഷിലേക്ക് കൊണ്ടുവന്നു. അസ്ഥികൾ യാബേഷിലെ ഓക്കുമരത്തിന്റെ ചുവട്ടിൽ സംസ്കരിച്ചു. അവർ 7 ദിവസം ഉപവസിച്ചു. അവിശ്വസ്തതയാണ് സൗളിന്റെ മരണത്തിന് കാരണം. അവൻ കർത്താവിന്റെ കൽപ്പന ലംഘിക്കുകയും ആഭിചാരകന്മാരുടെ ഉപദേശം തേടുകയും ചെയ്തു. സൗൾ കർത്താവിന്റെ ഹൃദയം അന്വേഷിച്ചില്ല. അവിടുന്ന് അവനെ വധിച്ചു. രാജ്യം ജെസ്സയുടെ മകൻ ദാവീദിനെ ഏൽപ്പിച്ചു. അധ്യായം 11. ഇസ്രായേലിയർ ഹെബ്രോണിൽ ദാവീദിന്റെ അടുക്കൽ ഒന്നിച്ചുകൂടി പറഞ്ഞു, ഞങ്ങൾ നിന്റെ അസ്ഥിയും മാംസവുമാണ്. മുമ്പ് സൗൾ രാജാവായിരുന്ന കാലത്തും നീയാണ് ഇസ്രായേലിനെ നയിച്ചത്.
നീ എന്റെ ജനമായി ഇസ്രായേലിന് ഇടയനും രാജാവുമായിരിക്കുമെന്ന് കർത്താവ് നിന്നോട് അരുളി ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ ശ്രേഷ്ഠന്മാർ ഹെബ്രോനിൽ രാജാവിന്റെ അടുക്കൽ വന്നു. കർത്തൃസന്നിധിയിൽ ദാവീദ് അവരോട് ഉടമ്പടി ചെയ്തു. സമൂവേലിലുള്ള കർത്താവ് അരുളി ചെയ്തതനുസരിച്ച് അവൻ ദാവീദിനെ ഇസ്രായേൽ രാജാവായി അഭിഷേകം ചെയ്തു. അനന്തരം ദാവീദും ഇസ്രായേലരും ജെറുസലേമിലേക്ക് പോയി. ജെബൂസ് എന്നാണ് ജെറുസലേം അറിയപ്പെട്ടിരുന്നത്. അവിടുത്തെ നിവാസികൾ ജെബൂസിയർ എന്നും. നീ ഇവിടെ കടക്കുകയില്ല എന്ന് ജെബൂസിയർ ദാവീദിനോട് പറഞ്ഞു. എങ്കിലും ദാവീദ് സിയോൻ കോട്ട പിടിച്ചെടുത്തു. അതാണ് ദാവീദിന്റെ നഗരം. ദാവീദ് പറഞ്ഞു, ജെബൂസിയരെ ആദ്യം നിഹനിക്കുന്നവൻ മുഖ്യ സേനാ നായകനായിരിക്കും. സെരൂയായുടെ മകൻ യോവാബ് ആദ്യം കയറി ചെന്നു അവനെ സേനാനായകനാക്കുകയും ചെയ്തു. സിയോൻ കോട്ടയിൽ ദാവീദ് താമസിച്ചതിനാൽ അതിന് ദാവീദിന്റെ നഗരം എന്ന പേര് വന്നു. പിന്നെ അവൻ നഗരത്തെ മില്ലോ മുതൽ ചുറ്റും പണിതുറപ്പിച്ചു. നഗരത്തിന്റെ ബാക്കി ഭാഗങ്ങൾ യോവാബ് പുനരുദ്ധരിച്ചു. സൈന്യങ്ങളുടെ കർത്താവ് കൂടെ ഉണ്ടായിരുന്നതിനാൽ ദാവീദ് മേൽക്കുമേൽ പ്രാബല്യം നേടി. കർത്താവ് അരുളി ചെയ്തതനുസരിച്ച് ദാവീദിനെ ഇസ്രായേൽ രാജാവാകാൻ ജനത്തോടൊപ്പം സഹായിച്ച യോദ്ധാക്കളിൽ മൂവരിൽ പ്രമുഖന് ഹഗ്നോന്യനുമായ യാഷോബയാം. അവൻ 300 പേരെ ഒന്നിച്ചു കുന്തം കൊണ്ട് കൊന്നു. മൂവരിൽ രണ്ടാമൻ അഹോഹ്യനായ ദോദോയുടെ പുത്രൻ എലയാസർ. ഫിലിസ്ത്യർ പസ്ദമിൽ അണിനിരന്നപ്പോൾ അവൻ ദാവീദിനോടുകൂടെ ഒരു ബാർലി വയലിലായിരുന്നു. ജനം ഫിലിസ്ത്യരുടെ മുമ്പിൽ നിന്ന് ഓടിക്കളഞ്ഞു. എന്നാൽ അവൻ വയലിന്റെ മധ്യത്തിൽ അത് കാക്കുകയും ഫിലിസ്ത്യരെ വെട്ടിവീഴ്ത്തുകയും ചെയ്തു. കർത്താവ് ഒരു വൻ വിജയം നൽകി അവരെ രക്ഷിച്ചു. ഫിലിസ്ത്യർ റഫായിം താഴ്വരയിൽ കൂടാരമടിച്ചപ്പോൾ 30 തലവന്മാരിൽ 3 പേർ അതുല്ലാം ശിലാഗുഹയിൽ ദാവീദിന്റെ അടുത്തേക്ക് ചെന്നു. ദാവീദ് സുരക്ഷിത സങ്കേതത്തിലായിരുന്നു. ഫിലിസ്ത്യരുടെ പട്ടാളം ബേത്ലഹേമിൽ പാളയമടിച്ചിരുന്നു. ദാവീദ് ആർത്തിയോടെ ചോദിച്ചു, ബേത്ലഹേം പട്ടണ വാതിൽക്കലെ കിണറ്റിൽ നിന്ന് ആരെനിക്ക് വെള്ളം കുടിക്കാൻ കൊണ്ടുവരും? ആ 3 പേർ ഉടനെ ഫിലിസ്ത്യരുടെ പാളയത്തിലൂടെ കടന്ന് ബേത്ലഹേം പട്ടണത്തിലെ പട്ടണവാതിൽക്കലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ദാവീദിന് കുടിക്കാൻ കൊണ്ടുവന്നു. ദാവീദ് അത് കുടിക്കാതെ ദൈവത്തിന് സമർപ്പിച്ചു കൊണ്ട് പറഞ്ഞു, എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ ഇത് ചെയ്യാൻ ഇടയാകാതിരിക്കട്ടെ. ഞാൻ ഇവരുടെ ജീവരക്തം കുടിക്കുകയോ? പ്രാണൻ പണയം വെച്ചാണല്ലോ അവർ ഇത് കൊണ്ടുവന്നത്. അത് കുടിക്കാൻ അവന് മനസ്സ് വന്നില്ല. 3 യോദ്ധാക്കൾ ചെയ്ത കാര്യമാണിത്. യോവാബിന്റെ സഹോദരൻ അബിഷായി ആയിരുന്നു 30 പേരിൽ പ്രമുഖൻ. അവൻ 300 പേരെ ഒന്നിച്ചു കുന്തം കൊണ്ട് വധിച്ചു. ഇവനും മൂവർക്കും പുറമെ കീർത്തിമാനായി. അവൻ 30 പേരിൽ ഏറ്റവും പ്രശസ്തനും അവരുടെ അധിപനുമായിരുന്നു. എന്നാൽ അവൻ മൂവരോടൊപ്പം എത്തിയില്ല. കബ്സേൽക്കാരനും പരാക്രമശാലിയും യഹോയാദയുടെ പുത്രനുമായ ബനായ വീരകൃത്യങ്ങൾ ചെയ്തവനാണ്. ഇവൻ മോവാബിലെ 2 ധീരന്മാരെ വധിച്ചതിന് പുറമെ മഞ്ഞുകാലത്ത് ഒരു ഗുഹയിൽ കടന്ന് ഒരു സിംഹത്തെയും കൊന്നു. 5 മുഴം ഉയരമുള്ള ദീർഘകായനായ ഒരു ഈജിപ്തുകാരനെയും അവൻ സംഹരിച്ചു. ഈജിപ്തുകാരന്റെ കയ്യിൽ നെയ്ത്തുകാരന്റെ ഓണം പോലുള്ള ഒരു കുന്തമുണ്ടായിരുന്നു. ബനായ ഒരു വടിയുമായി അവനെ സമീപിച്ച് കുന്തം പിടിച്ചു പറിച്ച് അതുകൊണ്ട് തന്നെ അവനെ സംഹരിച്ചു. ഇവയെല്ലാം യഹോദയുടെ മകൻ ബനായ ചെയ്തതാണ്. അവനെ പരാക്രമശാലികളായ മൂവർക്ക് പുറമെ അവനും പ്രശസ്തനായി. അവൻ 30 പേർക്കിടയിൽ കീർത്തിമാനായിരുന്നെങ്കിലും മൂവരോടൊപ്പം എത്തിയില്ല. ദാവീദ് അവനെ അംഗരക്ഷകരിൽ ഒരാളായി നിയമിച്ചു. സൈന്യത്തിലെ രണശൂരന്മാർ: യോവാബിന്റെ സഹോദരൻ അസഹേൽ, ബേത്ലഹേംകാരൻ ദോദോയുടെ പുത്രൻ എൽഹനാൻ, ഹരോദിലെ ഷമ്മോത്ത്, പെലോന്യനായ ഹേലാസ്, തെക്കോവയിലെ ഇക്കേഷിന്റെ മകൻ ഈര, അനാത്തോത്തിലെ അബിയസർ, ഹുഷാത്യൻ സിബേക്കായി, അഹോഹ്യൻ ഈലായി, നെത്തോഫയിലെ മഹാറായി, നെത്തോഫയിലെ ബാനായുടെ മകൻ ഹെലദ്,
ബെഞ്ചമിന്റെ ഗിബായയിലെ റിബായിയുടെ മകൻ ഇത്തായി, പിറാത്തോനിലെ ബനായ, ബാഷരുവിക്കരയിലെ ഹുറായി, അർബത്യനായ അബിയേൽ, ബഹ്റൂമിലെ അസ്മാവത്ത്, ഷാൽബോനിലെ എലിയാബ, ഗിസോന്യനായ ഹാഷെം, ഹാരാറിലെ ഷാഗിയുടെ മകൻ ജോനാനാഥൻ, ഖാരാറിലെ സാഖാറിന്റെ മകൻ അഹിയാം, ഊരിന്റെ മകൻ എലിഫാൻ, മെക്കറായത്യനായ ഹേഫർ, പെലേന്യനായ അഹിയ, കാർമലിലെ ഹെസ്രോ, എസബിയായുടെ മകൻ നാരായി, നാഥാന്റെ സഹോദരൻ ജോയൽ, ഹഗ്രയുടെ മകൻ മിബ്ഹാർ, അമോന്യനായ സേലത്ത്, സെരൂയായുടെ മകനായ യോവാബിന്റെ ആയുധവാഹകനും ബേറോത്തുകാരനുമായ നഹറായി, ഇത്യരായ ഈരായും ഗാരേബും, ഹിത്യനായ ഊറിയ, അഹ്ലായുടെ മകൻ സാബാദ്, റൂബൻ ഗോത്രജനായ ഷിസായുടെ മകനും റൂബൻ ഗോത്രത്തിലെ ഒരു നേതാവുമായ അദീനായും കൂടെ 30 പേരും, മാഖായുടെ പുത്രൻ ഹാനാൻ, മീത്കാരനായ യോഷാഫാത്ത്, അഷ്റോത്തുകാരൻ ഉസിയ, അരോകളിൽ നിന്നുള്ള കോത്താമിന്റെ പുത്രൻ ഷാമാൻ, ജയിയേൽ, ഷിമ്രിയായുടെ മകൻ യാദിയായൽ, അവന്റെ സഹോദരൻ തിസ്യനായ യോഹ, മഹാവ്യനായ എലിയേൽ, എൽനാമിന്റെ പുത്രന്മാരായ എറിബായി, യോഷാവിയ, മെവാബ്യനായ എലിയേൽ, ഓബദ്, മെസോബ്യനായ യസിയേൽ. അധ്യായം 12. കിഷിന്റെ മകൻ സാവൂൾ നിമിത്തം സിക്ലഗാലിൽ ഒളിച്ചു കൊണ്ടപ്പോൾ ദാവീദിന്റെ പക്ഷം ചേർന്ന് യുദ്ധത്തിൽ അവനെ സഹായിച്ച യോദ്ധാക്കളാണ് താഴെ പറയുന്നവർ. കല്ലെറിയാനും അമ്പെയ്യാനും സമർത്ഥരായ ഈ വില്ലാളികൾ ബെഞ്ചമിൻ ഗോത്രജരും സാവൂളിന്റെ ചർച്ചക്കാരുമായിരുന്നു. അഹിയേസർ ആയിരുന്നു നേതാവ്, രണ്ടാമൻ യോവാഷ്. ഇവർ ഗിബയക്കാരനായ ഷേമയുടെ പുത്രന്മാരാണ്. അവരുടെ കൂടെ അസ്മാബത്തിന്റെ പുത്രന്മാരായ യസിയേലും പേലെത്തും, ബറാഖ, അനോത്തോത്തിലെ യേഹും 30 പേരും ധീരനും അവരുടെ നായകനുമായ ഗിബയോൻകാരൻ ഇഷ്മായ, ജെറമിയ, യഹസിയേൽ, യോഹനാൻ, ഗദറാക്കാരൻ യോസാബാദ്, എഡുസായി, യെറീമോത്, ബയാലിയ, ഷെമാറിയ, ഹരൂഫ്യനായ ഷെഫാത്തിയ, കൊറാഹ്യരായ എൽക്കാന, ഇഷിയ, അസരേൽ, യോവാസർ, യാഷോംബയാം, ഗദോറിലെ ജെറോഹാമിന്റെ പുത്രന്മാരായ യോവേല, സെബാദിയ. ദാവീദ് മരുഭൂമിയിലെ കോട്ടയിൽ ഒളിച്ചു താമസിക്കുമ്പോൾ ഗാദ് വംശജരും ശക്തരും പരിചയസമ്പന്നരും പരിചയം കുന്തവും ഉപയോഗിച്ച് യുദ്ധം ചെയ്യുന്നതിന് സമർത്ഥരുമായ യോദ്ധാക്കൾ അവന്റെ പക്ഷം ചേർന്നു. സിംഹത്തെ പോലെ ഉഗ്രദൃഷ്ടിയുള്ള അവർ മലയിലെ മാൻപേടയെ പോലെ വേഗമുള്ളവരായിരുന്നു. അവർ സ്ഥാനക്രമത്തിൽ ഏലിയ, മിഷാന, ജെറമിയ, അത്തായ്, എലിയേൽ, യോഹനാൻ, എൽസാബാദ്, ജെറമിയ, മക്ബന്നായി, ഗാദ് ഗോത്രജരായ ഇവർ സേനാനായകന്മാരായിരുന്നു. ഇവർ സ്ഥാനമനുസരിച്ച് ശതാധിപന്മാരും സഹസ്രാധിപന്മാരുമായിരുന്നു. ജോർദാൻ നദി കരകവിഞ്ഞൊഴുകുന്ന ആദ്യ മാസത്തിൽ മറുകര കടന്ന് താഴ്വരയിലുള്ളവരെ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ചുരുട്ടിയവർ ഇവരാണ്. ബെഞ്ചമിൻ യൂദാ ഗോത്രങ്ങളിലെ ചിലർ ദാവീദ് വസിച്ചിരുന്ന ദുർഗത്തിലേക്ക് ചെന്നു. അവൻ അവരെ സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ സഹായിക്കാൻ സ്നേഹപൂർവ്വം വന്നതാണെങ്കിൽ എൻ്റെ ഹൃദയം നിങ്ങളോട് ചേർന്നിരിക്കും. ഞാൻ നിർദോഷനായിരിക്കെ നിങ്ങൾ ശത്രുപക്ഷം ചേർന്ന് എനിക്ക് കണിവെച്ചാൽ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിങ്ങളെ ശിക്ഷിക്കും. അപ്പോൾ 30 പേരുടെ തലവനായ അമസായി ആത്മാവിനാൽ പ്രേരിതനായി പറഞ്ഞു, ദാവീദേ,
ഞങ്ങൾ നിന്റേതാണ്. ജസയുടെ പുത്ര, ഞങ്ങൾ നിന്നോട് കൂടെയാണ്. സമാധാനം, നിനക്ക് സമാധാനം. നിന്റെ സഹായകർക്കും സമാധാനം. നിന്റെ ദൈവം നിന്നെ സഹായിക്കുന്നു. ദാവീദ് അവരെ സ്വീകരിച്ച് സേനാപതിയാക്കി. ദാവീദ് ഫിലിസ്ത്യരോട് ചേർന്ന് സാവൂളിനെതിരെ യുദ്ധത്തിന് പോയപ്പോൾ മനാസെ ഗോത്രത്തിലായ ചിലർ ദാവീദിന്റെ പക്ഷം ചേർന്നു. എന്നാൽ ദാവീദ് ഫിലിസ്ത്യരെ സഹായിച്ചില്ല. കാരണം ഫിലിസ്ത്യ പ്രമാണികൾ തമ്മിൽ ആലോചന ശേഷം അവൻ നമ്മുടെ ജീവൻ അപകടത്തിലാക്കിക്കൊണ്ട് തന്റെ യജമാനായ സാവൂളിന്റെ പക്ഷം ചേർന്നേക്കാം എന്ന് പറഞ്ഞ് അവരെ മടക്കി അയച്ചു. ദാവീദ് സിഗ്ലാഗിലെത്തിയപ്പോൾ മനാസെ ഗോത്രത്തിലായ അദ്ന, യോസബാദ്, യദിയേൽ, മിഖായേൽ, യോസാബാദ്, എലീഹു, സിലേഥായ് എന്നീ സഹസ്രാധിപന്മാർ അവനോട് ചേർന്നു. വീരപരാക്രമികളും സേനാനായകന്മാരുമായ അവർ കവർച്ചക്കാർക്കെതിരെ ദാവീദിനെ സഹായിച്ചു. ദാവീദിനെ സഹായിക്കാൻ ദിനംപ്രതി ആളുകൾ വന്നുകൊണ്ടിരുന്നു. അങ്ങനെ അവന്റെ സൈന്യം ദൈവത്തിന്റെ സൈന്യം പോലെ വലുതായി തീർന്നു. ദാവീദ് ഹെബ്രോണിലായിരുന്നപ്പോൾ കർത്താവിന്റെ കൽപ്പന പ്രകാരം സാവൂളിന്റെ രാജ്യം ദാവീദിന് നൽകാൻ വന്ന സേനാ വിഭാഗക്കാരുടെ കണക്ക്. യൂദാ ഗോത്രത്തിൽ നിന്ന് പരിചയം കുന്തവും കൊണ്ട് യുദ്ധം ചെയ്യാൻ കഴിവുള്ളവർ 6800. ശിമിയോൻ ഗോത്രത്തിൽ നിന്ന് യുദ്ധവീരന്മാർ 7100. ലേവ്യരിൽ നിന്ന് 4600. അഹ്റോന്റെ വംശജരിൽ പ്രമുഖനായ യഹോദാദായുടെ കൂടെ 3700. പരാക്രമശാലിയും യുവാവുമായ സദേക്കും അവന്റെ കുലത്തിൽ നിന്ന് 22 നായകന്മാരും. സാവൂളിന്റെ ചാർച്ചക്കാരും ബെഞ്ചമിൻ ഗോത്രജരുമായി 3000. അവരിൽ ഭൂരിഭാഗം ഇതുവരെ സാവൂൾ കുടുംബത്തോടു കൂടെ ആയിരുന്നു. എഫ്രായിം ഗോത്രക്കാരിൽ നിന്ന് പരാക്രമികളും തങ്ങളുടെ പിതൃഭവനങ്ങൾ പ്രഖ്യാപിതരുമായ 20,800. മനാസയുടെ അർദ്ധഗോത്രത്തിൽ നിന്ന് ദാവീദിനെ രാജാവായി വാഴിക്കാൻ നിയുക്തരായവർ 18,000. ഇസാക്കാർ ഗോത്രത്തിൽ നിന്ന് ജ്ഞാനികളും കാലാനുസൃതമായി ഇസ്രായേൽ എന്ത് ചെയ്യണമെന്ന് അറിയുന്നവരുമായ 200 നായകന്മാരും അവരുടെ കീഴിലുള്ള ചാർച്ചക്കാരും. സെബുലൂൻ ഗോത്രത്തിൽ നിന്ന് ആയുധധാരികളും ഏകാഗ്രതയോടെ ദാവീദിനെ സഹായിക്കാൻ സന്നദ്ധരും യുദ്ധപരിചയമുള്ളവരുമായി 50,000. നഫ്താലി ഗോത്രത്തിൽ നിന്ന് 1000 നേതാക്കന്മാരും അവരോടുകൂടെ കുന്തവും പരിചയം ധരിച്ച 37,000 പേരും. ദാൻ ഗോത്രത്തിൽ നിന്ന് യുദ്ധസന്നദ്ധരായ 28,600 പേർ. ആഷേർ ഗോത്രത്തിൽ നിന്ന് പരിചയസമ്പന്നരും സന്നദ്ധരുമായി 40,000. ജോർദാന്റെ മറുകരയിൽ നിന്ന് റൂബൻ, ഗാദ് ഗോത്രത്തിലും മനാസയിലെ അർദ്ധഗോത്രത്തിൽ നിന്നുള്ളവരുമായി ആയുധധാരികളായി 1,20,000. യുദ്ധസന്നദ്ധരായ ഈ യോദ്ധാക്കൾ ദാവീദിനെ ഇസ്രായേൽ മുഴുവന്റെയും രാജാവാക്കണമെന്ന് ദൃഢനിശ്ചയത്തോടെ ഹെബ്രോണിലേക്ക് വന്നു. ഇസ്രായേലിൽ അവശേഷിച്ചിരുന്നവരും ദാവീദിനെ രാജാവാക്കുന്നതിൽ ഏകാഭിപ്രായക്കാരായിരുന്നു. തങ്ങളുടെ സഹോദരന്മാർ ഒരുക്കിയ വിഭവങ്ങൾ ഭക്ഷിച്ചും പാനം ചെയ്തും അവർ 3 ദിവസം ദാവീദിനോടുകൂടെ താമസിച്ചു. സമീപസ്ഥരും ഇസാക്കാർ, സെബുലൂൻ, നഫ്താലി എന്നീ ദൂരദേശത്ത് വസിക്കുന്നവരും കഴുത, ഒട്ടകം, കോവർ കഴുത, കാള ഇവയുടെ പുറത്ത് ധാരാളം ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവന്നു. അവർ അത്തിപ്പഴം, ഉണക്കമുന്തിരി, വീഞ്ഞ്, എണ്ണ, കാള, ആട് എന്നിവ കൊണ്ടുവന്നു. ഇസ്രായേലിൽ നിന്നും ആഹ്ലാദം അലതല്ലി. ഉടമ്പടിയുടെ പുസ്തകം ഓബദേദോമിന്റെ വീട്ടിൽ. ദാവീദ് എല്ലാ സഹസ്രാധിപന്മാരോടും ശതാധിപന്മാരോടും ആലോചന നടത്തി. അതിനുശേഷം അവൻ ഇസ്രായേൽ സമൂഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് സമ്മതമെങ്കിൽ ഞാൻ പറയുന്നത് നമ്മുടെ ദൈവമായ കർത്താവിന് ഹിതകരമെങ്കിൽ ഇസ്രായേൽ വംശത്തെങ്ങുമുള്ള നമ്മുടെ സഹോദരന്മാരെയും മേച്ചിൽപ്പുറങ്ങളോട് കൂടിയ നഗരികളിൽ പാർക്കുന്ന പുരോഹിതന്മാരെയും ആളയച്ചു വരുത്താം. നമ്മുടെ ദൈവത്തിന്റെ പേടകം വീണ്ടും നമുക്ക് നമ്മുടെ അടുക്കൽ കൊണ്ടുവരാം.
സാവൂളിന്റെ കാലത്ത് നാവതിനെ അവഗണിച്ചു കളഞ്ഞു. ഇതെല്ലാം അവർക്കും ഇഷ്ടപ്പെടുകയും അങ്ങനെ ചെയ്യാമെന്ന് അവർ സമ്മതിക്കുകയും ചെയ്തു. ദൈവത്തിന്റെ പേടകം കിരിയാറാമിൽ നിന്ന് കൊണ്ടുവരുന്നതിന് ഈജിപ്തിലെ ഷിഹോർ മുതൽ ഹമാത്തിലേക്കുള്ള വഴി വരെ ഇസ്രായേലിയരെ ദാവീദ് വിളിച്ചു കൂട്ടി. കെരൂബുകളുടെ മധ്യേ വസിക്കുന്ന കർത്താവിന്റെ നാമം ധരിക്കുന്ന പേടകം കൊണ്ടുവരുന്നതിന് ദാവീദ് ഇസ്രായേലിയരും യൂദയിലെ കിരിയാത്യാമിൽ ബാലായിൽ ചെന്നു. അവർ ദൈവത്തിന്റെ പേടകം അഭിനാദാവിന്റെ വീട്ടിൽ കയറിയെടുത്ത് ഒരു പുതിയ വണ്ടിയിൽ കയറ്റി. ഉസ്സായും അഹിയോനും വണ്ടി തെളിച്ചു. ദാവീദും എല്ലാ ഇസ്രായേലിലും കിന്നരം, വീണ, തപ്പ്, കൈത്താളം, കാഹളം എന്നിവ ഉപയോഗിച്ച് സർവശക്തിയോടുകൂടെ ദൈവസന്നിധിയിൽ ആർത്തുപാടി. അവർ കീദോൻ കളത്തിലെത്തിയപ്പോൾ കാളയുടെ കാലിടറി പേടകം താങ്ങാൻ ഉസ്സ കൈനീട്ടി. കർത്താവിന്റെ കോപം അവനെതിരെ ജ്വലിച്ചു. പേടകത്തെ സ്പർശിച്ചതിനാൽ അവിടുന്ന് അവനെ വധിച്ചു. അവിടെ ദൈവത്തിന്റെ മുമ്പിൽ അവൻ മരിച്ചു വീണു. ഉസ്സായെ കർത്താവ് ശിക്ഷിച്ചതിനാൽ ദാവീദ് കുപിതനായി. ആ സ്ഥലം പേരസ് ഉസ്സ എന്നറിയപ്പെടുന്നു. അന്ന് ദാവീദിന് ദൈവത്തോട് ഭയം തോന്നി. അവൻ പറഞ്ഞു, ദൈവത്തിന്റെ പേടകം എന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ എനിക്ക് എങ്ങനെ കഴിയും? അതുകൊണ്ട് പേടകം ദാവീദിന്റെ നഗരത്തിലേക്ക് കൊണ്ടുവന്നില്ല. അത് ഹിത്തനായ ഓബേദെദോമിന്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി. ദൈവത്തിന്റെ പേടകം 3 മാസം അവിടെയായിരുന്നു. കർത്താവ് ഏദോമിന്റെ കുടുംബത്തെയും അവനുണ്ടായിരുന്ന സകലജനെയും അനുഗ്രഹിച്ചു. ദാവീദിന്റെ വിജയം. ടയറിലെ രാജാവായ ഹീരാം ദാവീദിന്റെ അടുത്തേക്ക് ദൂതന്മാരെ അയച്ചു. കൊട്ടാരം പണിയാൻ വേണ്ട ദേവദാരുവും അവൻ കൊടുത്തു. കൂടെ കൽപ്പണിക്കാരെയും മരപ്പണിക്കാരെയും അയച്ചു. കർത്താവ് ഇസ്രായേലിന്റെ രാജ്യത്വം സുസ്ഥിരമാക്കി തനിക്ക് നൽകിയെന്നും ഇസ്രായേലിന് വേണ്ടി രാജ്യം ഐശ്വര്യപൂർണമാക്കിയെന്നും ദാവീദ് മനസ്സിലാക്കി. ജെറുസലേമിൽ വെച്ച് ദാവീദ് വീണ്ടും ഭാര്യമാരെ സ്വീകരിച്ചു. അവന് പിന്നെയും പുത്രന്മാരുണ്ടായി. ജെറുസലേമിൽ വെച്ച് ദാവീദിന് ജനിച്ചവൻ ശമുവ, ഷോഹാബ്, നാഥാൻ, സോളമൻ, ഇബ്ഹാർ, എലിശ്വ, എൽപലത്, നോഗ, നേഫത്ത്, യാഹ്യ, എലിഷാമ, ബേലിയാദ, എലിഫലത്ത്. ദാവീദിനെ ഇസ്രായേലിൽ രാജാവായി അഭിഷേകം ചെയ്തു അറിഞ്ഞ് ഫിലിസ്ത്യർ അവനെ ആക്രമിക്കാൻ പുറപ്പെട്ടു. അത് കേട്ട് ദാവീദും യുദ്ധത്തിനിറങ്ങി. ഫിലിസ്ത്യർ റഫായിം താഴ്വര ആക്രമിച്ചു. ദാവീദ് ദൈവത്തോട് ആരാഞ്ഞു, ഫിലിസ്ത്യർക്കെതിരെ ഞാൻ പോകണമോ? അവരെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമോ? കർത്താവ് അരുൾ ചെയ്തു, പോവുക, ഞാൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ബാഗ്പരാസമിൽ വെച്ച് ദാവീദ് അവരെ തോൽപ്പിച്ചു. അവൻ പറഞ്ഞു, വെള്ളപ്പാച്ചിലിൽ ചിറയുന്നത് പോലെ ശത്രുനിരയെ ഭേദിക്കാൻ ദൈവം എനിക്കിടയാക്കി. അതിനാൽ ആ സ്ഥലത്തിന് ബാൽപരാസിം എന്ന് പേരുണ്ടായി. അവർ തങ്ങളുടെ ദേവന്മാരെ അവിടെ ഉപേക്ഷിച്ചു പോയി. ദാവീദിന്റെ കൽപ്പനയനുസരിച്ച് അവയെ ചുട്ടുകളഞ്ഞു. ഫിലിസ്ത്യർ വീണ്ടും താഴ്വര ആക്രമിച്ചു. ദാവീദ് വീണ്ടും ദൈവത്തോട് ആരാഞ്ഞു. ദൈവം അരുൾ ചെയ്തു, പിന്തുടരാതെ അവരെ വളഞ്ഞ് ബാൾസാമരങ്ങളുടെ സമീപത്ത് വെച്ച് ആക്രമിക്കുക. ബാൾസാമരങ്ങളുടെ മുകളിലൂടെ പടനീക്കത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ യുദ്ധം ആരംഭിക്കുക. ഫിലിസ്തീൻ സൈന്യത്തെ നശിപ്പിക്കുവാൻ ദൈവം നിനക്ക് മുമ്പേ പോയിരിക്കുന്നു. ദൈവം കൽപ്പിച്ചതുപോലെ ദാവീദ് ചെയ്തു. ഗിബെയോൻ മുതൽ യേസർ വരെ ഫിലിസ്ത്യരെ അവർ വധിച്ചു. ദാവീദിന്റെ കീർത്തി എല്ലാ ദേശങ്ങളിലും പരന്നു. എല്ലാ ജനതകളും അവനെ ഭയപ്പെടുന്നതിന് കർത്താവ് ഇടയാക്കി. ഉടമ്പടിയുടെ പേടകം ജെറുസലേമിലേക്ക്. ദാവീദ് ജെറുസലേമിൽ തനിക്ക് വേണ്ടി കൊട്ടാരങ്ങൾ നിർമ്മിച്ചു. ദൈവത്തിന്റെ പേടകത്തിന്റെ സ്ഥലം ഒരുക്കി കൂടാരം പണിതു. ദാവീദ് ആജ്ഞാപിച്ചു, കർത്താവിന്റെ പേടകം വഹിക്കാനും അവിടുത്തേത് എന്നും ശുശ്രൂഷ ചെയ്യുവാനും പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ലേവ്യരല്ലാതെ മറ്റാരും പേടകം വഹിക്കരുത്. സജ്ജമാക്കിയ സ്ഥലത്തേക്ക് പേടകം കൊണ്ടുവരുവാൻ ദാവീദ് ഇസ്രായേലിയരെ ജെറുസലേമിൽ വിളിച്ചു കൂട്ടി.
അഹ്റോന്റെ പുത്രന്മാരെയും ലേവ്യരെയും ദാവീദ് വിളിച്ചു. ലേവ്യ ഗോത്രത്തിൽ നിന്ന് വന്നവർ കൊഹാത്ത് കുടുംബത്തലവനായ ഊറിയേലും 120 സഹോദരന്മാരും, മെറാറി കുടുംബത്തലവനായ അസായാലും 220 സഹോദരന്മാരും, ഗർഷോം കുടുംബത്തലവനായ ജോയേലും 140 സഹോദരന്മാരും, എലിസഫാൻ കുടുംബത്തലവനായ ഷമായും 200 സഹോദരന്മാരും, എബ്രോൻ കുടുംബ തലവനായ യഹിയേലും 80 സഹോദരന്മാരും, ഉസിയേൽ കുടുംബത്തലവനായ അബിനാമാദും 112 സഹോദരന്മാരും, പിന്നീട് സാദോക്, അബിയാദർ എന്നീ പുരോഹിതന്മാരെയും ഉറിയേൽ, അസായ, ജോയേൽ, ഷമായ, ഏലിയേൽ, അബിനബാദ് എന്നീ ലേവ്യരെയും ദാവീദ് വിളിച്ചു. അവർ പറഞ്ഞു, നിങ്ങൾ ലേവി ഗോത്രത്തിലെ കുടുംബത്തലവന്മാരാണല്ലോ. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് പേടകം കൊണ്ടുവന്ന് അതിനായി സജ്ജീകരിച്ചിരിക്കുന്ന സ്ഥലത്ത് വെച്ചിരിക്കുന്നതിന് നിങ്ങളെ തന്നെയും നിങ്ങളുടെ സഹോദരന്മാരെയും ശുദ്ധീകരിക്കുവിൻ. ആദ്യത്തെ പ്രാവശ്യം നിങ്ങളല്ല അത് വഹിച്ചത്. വിധിപ്രകാരം പ്രവർത്തിക്കാതിരുന്നതിനാൽ അന്ന് ദൈവം നമ്മെ ശിക്ഷിച്ചു. അതുകൊണ്ട് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ പേടകം കൊണ്ടുവരുവാൻ പുരോഹിതന്മാരും ലേവ്യരും തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു. മോശ വഴി കർത്താവ് നൽകിയ കൽപ്പന അനുസരിച്ച് ലേവ്യർ ദൈവത്തിന്റെ പേടകം അതിന്റെ തണ്ടുകൾ തോളിൽ വെച്ച് വഹിച്ചു. കിന്നരം, വീണ, കൈത്താളം എന്നിവ ഉപയോഗിച്ച് അത്യുച്ചത്തിൽ ആനന്ദഭാവം മുഴക്കുന്നതിന് ഗായകന്മാർക്കായി സഹോദരന്മാരെ നിയമിക്കാൻ ദാവീദ് ലേവി കുടുംബത്തലവന്മാരോട് ആജ്ഞാപിച്ചു. ജോയേലിന്റെ മകൻ ഹേമാൻ, അവന്റെ ചാർച്ചക്കാരൻ ബറാക്കിയയുടെ മകൻ ആസാഫ്, മെറാറി കുടുംബത്തിലെ ഉഷായക്കാരുടെ മകൻ ഏതാൻ എന്നിവരെ ലേവ്യർ നിയമിച്ചു. അവർക്ക് താഴെ അവരുടെ ചാർച്ചക്കാരായ സഖറിയ, യാസിയെ, ഷറായ്, ഷെമീറാമോത്ത്, യഹിയേൽ, ഉന്നി, ഏലിയാബ്, ബനായ, മാസായ, മത്തീത്തിയ, എലിഫലേഹു, മിക്നയ എന്നിവരെയും ഓബദേദോം, ജയിയേൽ എന്നീ ദ്വാരപാലകന്മാരെയും നിയമിച്ചു. ഗായകന്മാരായ ഹേമാൻ, ആസാഫ്, ഏതാൻ എന്നിവർ പിച്ചള കൈത്താളങ്ങൾ കൊട്ടി. സക്കറിയ, അസിയേൽ, ഷെമിറാമോത്ത്, യഹിയേൽ, ഉന്നി, ഏലിയാബ്, മസയ, ബനായ എന്നിവർ അമലോ അലാമോത്ത് രാഗത്തിൽ കിന്നരം വായിച്ചു. മത്തീത്തിയ, എലിഫലേഹു, മിക്നയ, ഓബേദേദോം, ജയിയേൽ, അസാസിയ എന്നിവർ ഷെമിനീത് രാഗത്തിൽ വീണ വായിച്ചു. ലേവ്യരിൽ സംഗീതജ്ഞനായ കെനനിയ ഗായക സംഘത്തെ നയിച്ചു. അവൻ അതിൽ നിപുണനായിരുന്നു. ബെറാക്കിയ, എൽക്കാന എന്നിവരായിരുന്നു പേടകത്തിന്റെ കാവൽക്കാർ. ഷെബാനിയ, യോസാഫാത്ത്, നഥാനയേൽ, അമസായി, സക്കറിയ, ബനായ, എലിയേസർ എന്നീ പുരോഹിതന്മാർ ദൈവത്തിന്റെ പേടകത്തിന് മുമ്പിൽ കാഹളം മുഴക്കി. ഓബദേദോം, യഹിയ എന്നിവരും പേടകത്തിന്റെ കാവൽക്കാരായിരുന്നു. ദാവീദും ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരും സഹസ്രാധിപന്മാരും കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം ഓബദേദോമിന്റെ വീട്ടിൽ കൊണ്ടുവന്നു വരുന്നതിന് ആഹ്ലാദത്തോടെ പുറപ്പെട്ടു. പേടകം വഹിച്ച ലേവ്യരെ ദൈവം സഹായിച്ചതിനാൽ അവർ 7 കാളകളെയും 7 മുട്ടാടുകളെയും ബലിയർപ്പിച്ചു. ദാവീദും പേടകം വഹിച്ചിരുന്ന ലേവ്യരും ഗായകന്മാരും ഗായക സംഘത്തിന്റെ നായകനുമായ കെനനിയായും നേർത്ത ജനവസ്ത്രം ധരിച്ചിരുന്നു. ദാവീദ് ജനം കൊണ്ടുള്ള ഏഫോദ് അണിഞ്ഞിരുന്നു. ഇസ്രായേൽ ആർപ്പുവിളിയോടും കൊമ്പ്, കുഴൽ, കൈത്താളം, കിന്നരം, വീണ എന്നിവയുടെ നാദത്തോടും കൂടെ കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം കൊണ്ടുവന്നു. പേടകം ദാവീദിന്റെ നഗരത്തിലെത്തിയപ്പോൾ സാവൂളിന്റെ മകൾ മിഖാൽ ദാവീദ് രാജാവ് നൃത്തം ചെയ്യുന്നതും പാടുന്നതും കിളിവാതിലൂടെ കണ്ടു. അവൾ അവനെ നിന്ദിച്ചു. അവർ ദൈവത്തിന്റെ പേടകം കൊണ്ടുവന്ന് ദാവീദ് സജ്ജമാക്കിയിരിക്കുന്ന കൂടാരത്തിൽ സ്ഥാപിച്ചു. ദൈവസന്നദ്ധിയിൽ ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ചു. അതിനുശേഷം ദാവീദ് കർത്താവിന്റെ നാമത്തിൽ ജനത്തെ ആശീർവദിച്ചു. ഇസ്രായേലിലെ സ്ത്രീപുരുഷന്മാർക്കെല്ലാം ഓരോ അപ്പവും ഓരോ കഷ്ണം മാംസവും ഓരോ അടയും കൊടുത്തു. കർത്താവിന്റെ പേടകത്തിന്റെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യുവാനും
കർത്താവിനെ വിളിച്ചപേക്ഷിക്കുവാനും അവിടത്തേക്ക് കുറഞ്ഞ സ്തുതിയും സമർപ്പിക്കുവാനുമായി ദാവീദ് ലേവ്യരിൽ ചിലരെ നിയോഗിച്ചു. അവരിൽ പ്രമുഖൻ ആസാഫ്, അവന് താഴെ സക്കറിയ, ജയിയേൽ, ഷെമീറാമോത്ത്, യഹിയേൽ, മത്തീത്യ, എലിയ, ബനായ, ഓബദ് ഏദോം, ജയിയേൽ എന്നിവരെ കിന്നരവും വീണയും വായിക്കുവാൻ നിയമിച്ചു. കൈത്താളം അടിക്കാൻ അസാഫിനെയും. ബനായ, യഹസിയേൽ എന്നീ പുരോഹിതന്മാർ ഉടമ്പടിയുടെ പേടകത്തിന് ചുറ്റും നിരന്തരം കാഹളം മുഴക്കാൻ നിയോഗിക്കപ്പെട്ടു. കർത്താവിന്റെ സ്തോത്രഗീതം ആലപിക്കുവാൻ ആസാഫിനെയും സഹോദരന്മാരെയും ദാവീദ് അന്ന് തന്നെ നിയമിച്ചു. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ, ജനതകളുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ പ്രഘോഷിക്കുവിൻ. പാടുവിൻ, അവിടുത്തേക്ക് സ്തുതി പാടുവിൻ, അവിടുത്തെ അത്ഭുത പ്രവൃത്തികളെ പ്രകീർത്തിക്കുവിൻ, അവിടുത്തെ വിശുദ്ധ നാമത്തിൽ ആഹ്ലാദിക്കുവിൻ. കർത്താവിന്റെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ആനന്ദിക്കട്ടെ. കർത്താവിനെ അന്വേഷിക്കുവിൻ, അവിടുത്തെ ശക്തിയിൽ ആശ്രയിക്കുവിൻ, നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുവിൻ. അവിടുന്ന് പ്രവർത്തിച്ച അത്ഭുതങ്ങളെ സ്മരിക്കുവിൻ, അവിടുത്തെ അത്ഭുതങ്ങളും ന്യായവിധികളും അനുസ്മരിക്കുവിൻ. കർത്താവിന്റെ ദാസനായ അബ്രാഹത്തിന്റെ സന്തതികളെ, യാക്കോവിന്റെ മക്കളെ, തിരഞ്ഞെടുക്കപ്പെട്ടവരെ, നമ്മുടെ ദൈവമായ കർത്താവ് അവിടുന്നാണ്. അവിടുന്ന് ഭൂതലം മുഴുവൻ ഭരിക്കുന്നു. തന്റെ ഉടമ്പടി 1000 തലമുറകൾക്കായി അവിടുന്ന് നൽകിയ കൽപ്പന, എബ്രാഹത്തോട് ചെയ്ത ഉടമ്പടി, ഇസ്ഹാക്കിനോട് ചെയ്ത ശപഥം അവിടുന്ന് എന്നും ഓർക്കുന്നു. അതിനെ യാക്കോബിനെ ഒരു നിയമമായും ഇസ്രായേലിന് ശാശ്വതമായ ഉടമ്പടിയായും ഉറപ്പിച്ചു. കനാൻ ദേശം ഞാൻ നിനക്ക് അവകാശമായി തരും, കർത്താവ് അരുൾ ചെയ്തു. അവർ എണ്ണത്തിൽ കുറവും നിസ്സാരരും പരദേശികളുമായിരുന്നപ്പോൾ ദേശങ്ങളിൽ നിന്ന് ദേശങ്ങളിലേക്കും രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്കും അലിഞ്ഞു നടന്നപ്പോൾ ആരും അവരെ പീഡിപ്പിക്കുവാൻ അവിടുന്ന് അനുവദിച്ചില്ല. അവർക്ക് വേണ്ടി രാജാക്കന്മാരെ അവിടുന്ന് ശാസിച്ചു. അവിടുന്ന് അരുൾ ചെയ്തു, എന്റെ അഭിഷക്തരെ തുടരുത്, എന്റെ പ്രവാചകന്മാരെ ഉപദ്രവിക്കരുത്. ഭൂതലമേ, കർത്താവിന് ഗാനമാലപിക്കുവിൻ, അവിടുത്തെ രക്ഷ അനുദിനം പ്രകീർത്തിക്കുവിൻ. രാജ്യത്തോട് അവിടുത്തെ മഹത്വം പ്രഖ്യാപിക്കുവാൻ ജനതകളോട് അവിടുത്തെ അത്ഭുതങ്ങൾ പ്രഘോഷിക്കുവിൻ. എന്തുകൊണ്ടെന്നാൽ കർത്താവ് ഉന്നതനാണ്, അത്യന്തം സ്തുത്യർഹനാണ്, സർവ്വദേവന്മാരെക്കാൾ ആരാധ്യനാണ്. ജനതകളുടെ ദേവന്മാരോ വിഗ്രഹങ്ങളും. കർത്താവ് ആകാശത്തെ സൃഷ്ടിച്ചു, മഹത്വവും തേജസ്സും അവിടുത്തെ വലയം ചെയ്യുന്നു. നീതിയും ആനന്ദവും അവിടുത്തെ ആലയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. കർത്താവ് ശക്തിയും മഹത്വവും സകല ജനതകളും പ്രകീർത്തിക്കട്ടെ. അവിടുത്തെ നാമത്തെ യഥായോഗ്യം മഹത്വപ്പെടുത്തുവിൻ. തിരുമുമ്പിൽ കാഴ്ച അർപ്പിക്കുവിൻ, കർത്താവിന്റെ പരിശുദ്ധ തേജസ്സിന് മുമ്പിൽ വണങ്ങുവിൻ. ഭൂതലം കർത്താവിന്റെ മുമ്പിൽ പ്രകമ്പനം കൊള്ളട്ടെ. അവിടുന്നല്ലോ ലോകത്തെ ചഞ്ചലമായി ഉറപ്പിച്ചത്. സ്വർഗം ആനന്ദിക്കട്ടെ, ഭൂമി ആഹ്ലാദിക്കട്ടെ, കർത്താവ് വാഴുന്നു എന്ന് ജനതകളുടെ മധ്യേ അവ ഉദ്ഘോഷിക്കട്ടെ. സമുദ്രവും അതിലുള്ള സകലതും അട്ടഹസിക്കട്ടെ, ഭൂമിയും അതിലുള്ള സകലതും ആഹ്ലാദിക്കട്ടെ. വനാന്തരങ്ങളിലെ തരുനിരകൾ ആനന്ദഗീതം ആലപിക്കട്ടെ. കർത്താവ് ഭൂമിയെ വിധിക്കുവാൻ വരുന്നു. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ, ഞങ്ങളെ മോചിപ്പിക്കണമേ. ജനതകളുടെ ഇടയിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുത്ത് ഒരുമിച്ച് കൂട്ടണമേ. ഞങ്ങൾ അങ്ങയുടെ വിശുദ്ധ നാമത്തിന് നന്ദി പ്രകാശിപ്പിക്കട്ടെ. അങ്ങയെ സ്തുതിക്കുന്നതാണ് ഞങ്ങളുടെ അഭിമാനം. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനാദി മുതൽ അനന്തത വരെ വാഴ്ത്തപ്പെടട്ടെ എന്ന് പറയുവിൻ. ജനം ആമേൻ എന്ന് പറഞ്ഞ് കർത്താവിനെ സ്തുതിച്ചു. കർത്താവ് പേടകത്തിന്റെ മുമ്പാകെ ദിനംതോറുമുള്ള ശുശ്രൂഷ യഥാവിധി നടത്താൻ ആസാഫിനെയും സഹോദരന്മാരെയും ദാവീദ് നിയോഗിച്ചു. അവരോടുകൂടെ ഓബദേദാമും 68 സഹോദരന്മാരും ഉണ്ടായിരുന്നു. യദൂദൂനിന്റെ മകൻ ഓബദേദോം, ഓസ എന്നിവർ ദ്വാരപാലകന്മാരായിരുന്നു. പുരോഹിതന്മാരായ സദോക്കും സഹോദരന്മാരും ഗിബെയോനിലെ ആരാധന സ്ഥലത്ത് കർത്താവിന്റെ കൂടാരത്തിന് മുമ്പിൽ ശുശ്രൂഷ ചെയ്തു. ഇസ്രായേലിന് കർത്താവ് നൽകിയതും നിയമഗ്രന്ഥങ്ങൾ എഴുതിയിരുന്നതുമായ കൽപ്പനകൾ അനുസരിച്ച് പ്രഭാതത്തിലും പ്രദോഷത്തിലും മുടങ്ങാതെ ബലിപീഠത്തിന്മേൽ അവർ കർത്താവിന് ദഹനബലി അർപ്പിച്ചു.
അവരോടുകൂടെ ഹേമാൻ, യദൂദൂതൻ എന്നിവരും കർത്താവിന്റെ അനന്തകാരുണ്യം പ്രകീർത്തിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരും നിയുക്തരായി. ഹേമാനും യദൂദൂനും ആണ് ആരാധനാഗീതത്തിന് കാഹളവും കൈത്താളവും മറ്റു വാദ്യോപകരണങ്ങളും വാദനം ചെയ്തത്. യദൂദൂതന്റെ പുത്രന്മാരെ വാതിൽ കാവൽക്കാരായി നിയോഗിച്ചു. പിന്നീട് ജനം വീടുകളിലേക്ക് മടങ്ങി ദാവീദ് തന്റെ കുടുംബത്തെ ആശീർവദിക്കാൻ പോയി. നാഥാന്റെ പ്രവചനം. ദാവീദ് കൊട്ടാരത്തിൽ വസിക്കുമ്പോൾ പ്രവാചകനായ നാഥാനോട് പറഞ്ഞു, ഞാൻ ദേവദാരു നിർബന്ധമായ കൊട്ടാരത്തിൽ വസിക്കുന്നു, എന്നാൽ കർത്താവിന്റെ പേടകം കൂടാരത്തിലാണ്. നാഥാൻ ദാവീദിനോട് പറഞ്ഞു, നീ വിചാരിക്കുന്നത് പോലെ ചെയ്യുക, ദൈവം നിന്നോട് കൂടെയുണ്ട്. എന്നാൽ ആ രാത്രിയിൽ കർത്താവ് നാഥാനോട് അരുളി ചെയ്തു, നിന്റെ ദാസനായ ദാവീദിനോട് പറയുക, നാഥാൻ അരുളി ചെയ്യുന്നു, എനിക്ക് വസിക്കാൻ നീ ആലയം പണിയുകയില്ല. ഇസ്രായേലിനെ നയിക്കാൻ തുടങ്ങിയത് മുതൽ ഇന്ന് വരെ അവൻ ആലയത്തിൽ വസിച്ചില്ല. കൂടാരത്തിൽ നിന്ന് കൂടാരത്തിലേക്കും ഒരിടത്തു നിന്ന് മറ്റൊരിടത്തിലേക്കും ഞാൻ സഞ്ചരിച്ചു. ഇസ്രായേലിനോട് കൂടെ സഞ്ചരിക്കുമ്പോൾ എപ്പോഴെങ്കിലും തന്റെ ജനത്തെ നയിക്കാൻ നിയോഗിച്ച ഇസ്രായേൽ ന്യായാധിപന്മാരിൽ ആരുടെങ്കിലും എനിക്ക് ദേവദാരു കൊണ്ട് ആലയം പണിയിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടോ? എന്റെ ദാസനായ ദാവീദിനോട് നീ പറയണം, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ആട് മേയിച്ച് നടന്ന നിന്നെ എന്റെ ജനമായ ഇസ്രായേലിലെ രാജാവായി ഞാൻ തിരഞ്ഞെടുത്തു. നീ പോയയിടത്തെല്ലാം ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്നു. നിന്റെ മുമ്പിൽ ശത്രുക്കളുടെ എല്ലാം ഞാൻ ഛേദിച്ചു കളഞ്ഞു. ഞാൻ നിന്നെ ഭൂമിയിലെ എല്ലാ മഹാന്മാരെക്കാൾ കീർത്തിമാനാക്കും. എന്റെ ജനമായ ഇസ്രായേലിന് ഞാനൊരു സ്ഥലം നിശ്ചയിക്കും. സ്വന്തം സ്ഥലത്ത് അവർ സ്വൈര്യമായി വാസമുറപ്പിക്കും. ഇസ്രായേലിനെ ഭരിക്കുവാൻ ന്യായാധിപന്മാരെ നിയമിച്ച് ആദ്യകാലത്തെ പോലെ ആക്രമികൾ ഇനി അവരെ നശിപ്പിക്കുകയില്ല. നിന്റെ ശത്രുക്കളെ ഞാൻ കീഴ്പ്പെടുത്തും. കൂടാതെ ഞാൻ നിനക്ക് ഒരു ഭവനം പണിയും. നീ ആയുസ് പൂർത്തിയാക്കി പിതാക്കന്മാരോട് ചേരുമ്പോൾ നിന്റെ പിൻഗാമിയായി നിന്റെ മക്കളിൽ ഒരുവനെ തന്നെ ഞാൻ ഉയർത്തുകയും അവന്റെ രാജ്യം സുസ്ഥിരമാക്കുകയും ചെയ്യും. അവൻ എനിക്ക് ആലയം പണിയും. അവന്റെ സിംഹാസനം ഞാൻ എന്നേക്കും നിലനിർത്തും. ഞാൻ അവന് പിതാവായിരിക്കും, അവൻ എനിക്ക് പുത്രനും. എന്റെ മുൻഗാമിയിൽ നിന്നെന്ന പോലെ ഞാൻ എന്റെ സ്നേഹം അവനിൽ നിന്ന് പിൻവലിക്കുകയില്ല. ഞാൻ അവനെ എന്റെ ഭവനത്തിലും എന്റെ രാജ്യത്തിലും എന്നേക്ക് ഉറപ്പിക്കും. അവന്റെ സിംഹാസനം എന്ന് നിലനിൽക്കും. ഈ ദർശനവും വാക്കുകളും നാഥാൻ ദാവീദിനെ അറിയിച്ചു. അപ്പോൾ ദാവീദ് രാജാവ് അകത്ത് പോയി കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് പറഞ്ഞു, കർത്താവായ ദൈവമേ, അവിടുന്ന് എന്നെ ഈ നിലയിൽ എത്തിക്കാൻ ഞാനോ എന്റെ കുടുംബമോ എന്തുള്ളൂ? ദൈവമേ, അവിടുത്തേക്ക് ഇത് നിസ്സാരമായിരുന്നു. ഈ ദാസന്റെ കുടുംബത്തിന് വരാൻ പോകുന്ന കാര്യങ്ങൾ കൂടി അവിടുന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. വരാനിരിക്കുന്ന തലമുറകളെ അവിടുന്ന് എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. അന്ന് ദാസന് നൽകിയ ബഹുമാനത്തെ കുറിച്ച് ദാവീദിന് എന്ത് പറയാൻ കഴിയും? ഈ ദാസനെ അവിടുന്ന് അറിയുന്നുവല്ലോ. കർത്താവെ, ഈ ദാസന് മേൽ ഈ വലിയ കാര്യങ്ങളെല്ലാം അവിടുന്ന് സ്വമനസാല ചെയ്തിരിക്കുന്നു. അവ പ്രസിദ്ധമാക്കുകയും ചെയ്തിരിക്കുന്നു. കർത്താവെ, അങ്ങേ പോലെ മറ്റൊരു ദൈവത്തെ പറ്റി ഞങ്ങൾ കേട്ടിട്ടില്ല. അങ്ങല്ലാതെ വേറെ ദൈവമില്ല. അവിടുത്തെ ജനമായ ഇസ്രായേലിനെ പോലെ ഭൂമിയിൽ വേറെ ഏത് ജനമുണ്ട്? അങ്ങ് ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചു സ്വന്തം ജനമാക്കി. മഹാത്ഭുതങ്ങളും കൊടുചെയ്തികളും വഴി അവിടുത്തെ മുമ്പിൽ ജനതകളുടെ നിർമ്മാർജ്ജനം ചെയ്ത് മഹത്വം ആർജിച്ചു. കർത്താവെ, അങ്ങ് ഇസ്രായേലിനെ എന്നേക്കും അങ്ങയുടെ ജനമായി തിരഞ്ഞെടുത്തു. അങ്ങ് അവർക്ക് ദൈവമായി തീർന്നു. കർത്താവെ, ഈ ദാസന്മാരെയും കുടുംബത്തെയും സംബന്ധിക്കുന്ന അങ്ങയുടെ വാക്ക് എന്നേക്കും നിലനിൽക്കട്ടെ. അരുൾ ചെയ്തതുപോലെ അവിടുന്ന് പ്രവർത്തിക്കണമേ. അങ്ങയുടെ നാമം എന്നേക്കും നിലനിൽക്കുകയും സൈന്യങ്ങളുടെ ദൈവമായ കർത്താവാണ് ഇസ്രായേലിന്റെ ദൈവം എന്ന് ഉദ്ഘോഷിക്കപ്പെടുകയും ചെയ്യട്ടെ. അങ്ങയുടെ ഈ ദാസന്റെ ഭവനം എന്നേക്കും അങ്ങയുടെ മുമ്പിൽ നിലനിൽക്കട്ടെ. എന്റെ ദൈവമേ, അവിടുന്ന് ഈ ദാസന് വേണ്ടി ഒരു ഭവനം പണിയുമെന്ന് വെളിപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ ഈ ദാസൻ ധൈര്യപ്പെടുന്നു. കർത്താവെ, അങ്ങാണ് ദൈവം. ഈ ദാസന് വലിയ നന്മകൾ അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു.
ആകയാൽ ദൈവത്തിന്റെ ഭവനത്തെ അനുഗ്രഹിക്കണമേ, തിരുമനസ്സാകണമേ. അങ്ങനെ അത് എന്നും അവിടുത്തെ മുമ്പിൽ ആയിരിക്കട്ടെ. എന്നാൽ കർത്താവെ അങ്ങ് അനുഗ്രഹിച്ചത് എന്നേക്കും അനുഗ്രഹീതമായിരിക്കും. ദാവീദിന്റെ യുദ്ധങ്ങൾ. ദാവീദ് ഫിലിസ്ത്യരെ തോൽപ്പിച്ചു. അവരിൽ ഗത്തും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും പിടിച്ചെടുത്തു. പിന്നെ മൊവാബിനെ തോൽപ്പിച്ചു. മൊവാബിയർ ദാവീദിന്റെ ദാസന്മാരായി കപ്പം കൊടുത്തു. സോബ രാജാവായ ഹദദേസർ യൂഫ്രട്ടീസ് വരെ അധികാരം വ്യാപിക്കാൻ ഉദ്യമിപ്പിച്ചപ്പോൾ ഹമാത്തിൽ വെച്ച് ദാവീദ് അവരെ തോൽപ്പിച്ചു. ദാവീദ് അവന്റെ 1000 രഥങ്ങൾ, 7000 കുതിരപ്പടയാളികൾ, 20,000 കാലാളുകൾ എന്നിവ പിടിച്ചെടുത്തു. 100 രഥങ്ങൾക്ക് വേണ്ട കുതിരകളെ എടുത്ത് ബാക്കി കുതിരകളുടെ കുതിരമ്പ് ഛേദിച്ചു കളഞ്ഞു. ദമാസ്കസിലെ സിറിയക്കാർ സോബ രാജാവായ ഹദദേസറിന്റെ സഹായത്തിനെത്തി. എന്നാൽ ദാവീദ് 22,000 സിറിയക്കാരെ കൊന്നൊടുക്കി. സിറിയയിലും ദമാസ്കസിലും ദാവീദ് കാവൽ പട്ടാളത്തെ നിയോഗിച്ചു. സിറിയക്കാർ ദാവീദിന്റെ ദാസന്മാരായി തീരുകയും കപ്പം കൊടുക്കുകയും ചെയ്തു. ദാവീദ് പോയിടത്തെല്ലാം കർത്താവിന് വിജയം നൽകി. ഹദദേസറിന്റെ ഭടന്മാരുടെ പരിചകൾ ദാവീദ് ജെറുസലേമിലേക്ക് കൊണ്ടുപോന്നു. ഹദദേസറിന്റെ നഗരങ്ങളായ തിഫാത്തിൽ നിന്നും കൂനിൽ നിന്നും ദാവീദ് ധാരാളം പിച്ചളയും കൊണ്ടുവന്നു. അതുപയോഗിച്ചാണ് സോളമൻ ജലസംഭരണിയും സ്തംഭങ്ങളും പാത്രങ്ങളും ഉണ്ടാക്കിയത്. സോബ രാജാവായ ഹദദേസറിന്റെ സൈന്യത്തെ ദാവീദ് തോൽപ്പിച്ചെന്ന് ഹമാത്തിലെ രാജാവായ തോബ് കേട്ടു. ഹദദേസറിനെ പരാജയപ്പെടുത്തിയതിൽ അനുമോദിക്കാനും മംഗളങ്ങൾ ആശംസിക്കാനും ദാവീദിന്റെ അടുത്ത് തോബ് തന്റെ മകൻ ഹദോറാമിനെ അയച്ചു. കാരണം തോബ് ഹദദേസറുമായി കൂടെ യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. സ്വർണം, വെള്ളി, പിച്ചള എന്നിവ കൊണ്ടുള്ള ധാരാളം സമ്മാനങ്ങളും അവൻ ദാവീദിന് കൊടുത്തയച്ചു. ഏദോമിൽ നിന്നും മൊവാബിൽ നിന്നും അമ്മോന്യർ, ഫിലിസ്ത്യർ, അമലേക്യർ എന്നിവരിൽ നിന്നും എടുത്ത പൊന്നിനോടും വെള്ളിയോടും കൂടെ അവയെയും ദാവീദ് രാജാവ് കർത്താവിന് സമർപ്പിച്ചു. സെരൂയായുടെ മകൻ അഭിഷായി ഉപ്പ് താഴ്വരയിൽ വെച്ച് 18,000 എദോമ്യരെ വധിച്ചു. അവർ എദോമിൽ കാവൽ പട്ടാളത്തെ നിയോഗിച്ചു. എദോമ്യർ ദാവീദിന്റെ ദാസന്മാരായി. ദാവീദ് പോയിടത്തെല്ലാം കർത്താവ് അവന് വിജയം നൽകി. ദാവീദ് ഇസ്രായേൽ മുഴുവന്റെയും രാജാവായി ഭരിച്ചു. ജനത്തിന് അവൻ നീതിയും ന്യായവും നടത്തിക്കൊടുത്തു. സെരൂയായുടെ മകൻ യോവാബ് സേനാധിപനും അഹിലൂദിന്റെ മകൻ യഹോഷാഫാത്ത് നളോടിയെഴുത്തുകാരനുമായിരുന്നു. അഹിത്തൂബിന്റെ മകൻ സാദോക്കും അബിയാദറിന്റെ മകൻ അബിമലക്കും പുരോഹിതന്മാരും ഷൗഷ കാര്യവിചാരകനും ആയിരുന്നു. യഹോയാദായുടെ മകൻ ബനായ കരേത്യരുടെയും പെലേത്യരുടെയും അധിപതിയും ദാവീദിന്റെ പുത്രന്മാർ രാജാവിന്റെ മുഖ്യ സേവകന്മാരും ആയിരുന്നു. അമ്മോനിയ രാജാവായ നാഹാഷ് മരിച്ചു. അവന്റെ മകൻ പകരം രാജാവായി. അപ്പോൾ ദാവീദ് പറഞ്ഞു, നാഹാഷിന്റെ പുത്രൻ ഹാനൂനോട് ഞാൻ ദയാപൂർവം വർത്തിക്കും. എന്തെന്നാൽ അവന്റെ പിതാവ് എന്നോട് കാരുണ്യപൂർവ്വം വർത്തിച്ചു. പിതാവിന്റെ നിര്യാണത്തിൽ ഹാനൂനെ ആശ്വസിപ്പിക്കാൻ ദാവീദ് ദൂതന്മാരെ അയച്ചു. ദൂതന്മാർ അമ്മോന്യരുടെ നാട്ടിൽ ഹാനൂനിന്റെ അടുത്ത് അവനെ ആശ്വസിപ്പിക്കാൻ എത്തി. അപ്പോൾ അമ്മോന്യ പ്രമാണികൾ ഹാനൂനിനോട് ചോദിച്ചു, ദാവീദ് അങ്ങയുടെ അടുത്ത് ആശ്വാസകരെ അയച്ചത് അങ്ങയുടെ പിതാവിനെ ബഹുമാനിക്കാനാണെന്നാണോ വിചാരിക്കുന്നുവോ? ദേശം ഒറ്റുനോക്കി അതിനെ കീഴടക്കാനല്ലേ അവർ വന്നിരിക്കുന്നത്? അതുകൊണ്ട് ഹാനൂൻ ദാവീദിന്റെ ദൂതന്മാരെ താടിയും ശിരസ്സും മുണ്ടനം ചെയ്ത് അര മുതൽ പാദം വരെ അങ്കി മുറിച്ചു കളഞ്ഞു വിട്ടയച്ചു. അവർക്ക് സംഭവിച്ചത് ദാവീദ് അറിഞ്ഞു. അവൻ അവരെ സ്വീകരിക്കാൻ ആളെ അയച്ചു. അവൻ ലജ്ജാഭരിതരായിരുന്നു. താടി വളരുന്നതുവരെ ജെറീക്കോയിൽ താമസിച്ച് തിരികെ വരാൻ രാജാവ് അവരോട് കൽപ്പിച്ചു. തങ്ങൾ ദാവീദിന്റെ ശത്രുത സമ്പാദിച്ചെന്ന് അമ്മോന്യർക്ക് മനസ്സിലായി. അവർ 1000 താലന്ത് വെള്ളിക്ക് രഥങ്ങളെയും
കുതിരപ്പട്ടാളത്തെയും മൊസപ്പൊട്ടാമിയ, ആരാംകോ, സോബോ എന്നിവിടങ്ങളിൽ നിന്ന് കൂലിക്കെടുത്തു. അവർ 36,000 രഥങ്ങൾ കൂലിക്ക് വാങ്ങി. അതുപോലെ മക്കായിലെ രാജാവിനെയും സൈന്യങ്ങളെയും അവർ മെദോബിലേക്ക് മുൻപിൽ പാളയമടിച്ച് പട്ടണങ്ങളിൽ നിന്ന് സൈന്യത്തിലെടുത്ത അമ്മോന്യരും യുദ്ധത്തിന് പുറപ്പെട്ടു. ഇത് കേട്ട് ദാവീദ് യോവാബിനെയും ധീരയോദ്ധാക്കളുടെ മുഴുവൻ സൈന്യത്തെയും അങ്ങോട്ട് അയച്ചു. അമ്മോന്യർ നഗര കവാടത്തിൽ അണിനിരുന്നു. അവരെ സഹായിക്കാൻ വന്ന രാജാക്കന്മാർ തുറന്ന സ്ഥലത്ത് നിലയുറപ്പിച്ചു നിന്നു. മുൻപിലും പിൻപിലും ശത്രുസൈന്യം അണിനിരുന്നത് കൊണ്ട് യോവാബ് ഇസ്രായേലിലെ ധീരന്മാരെ തിരഞ്ഞെടുത്ത് സിറിയക്കെതിരായി ചെന്നു. ശേഷിച്ച സൈന്യരെ അവൻ തന്റെ സഹോദരരായ അബീശായെ ഏൽപ്പിച്ചു. അവൻ അമ്മോന്യരെ നേരിട്ടു. യോവാബ് പറഞ്ഞു, സിറിയക്കാർ എന്നേക്കാൾ ശക്തരാണെങ്കിൽ നീ എന്നെ സഹായിക്കണം. അമ്മോന്യർ നിന്നേക്കാൾ ശക്തരായി കണ്ടാൽ ഞാൻ നിന്നെ സഹായിക്കാം. ധൈര്യമായിരിക്കുക. നമ്മുടെ ജനത്തിനും നമ്മുടെ ദൈവത്തിന്റെ പട്ടണത്തിനും വേണ്ടി നമുക്ക് സുധീരം പോരാടാം. കർത്താവ് നന്മയെന്ന് തോന്നുന്നത് പ്രവർത്തിക്കട്ടെ. യോവാബും അനുയായികളും സിറിയക്കാരുടെ നേരെ പുറപ്പെട്ട് അവരെ തോൽപ്പിച്ച് ഓടിച്ചു. സിറിയക്കാർ പലായനം ചെയ്തതിന് കണ്ട് അമ്മോന്യർ യോവാബിന്റെ സഹോദരനായ അബീശായുടെ മുൻപിൽ ഓടി പട്ടണത്തിൽ പ്രവേശിച്ചു. യോവാബ് ജെറുസലേമിലേക്ക് മടങ്ങി. തങ്ങൾ ഇസ്രായേലുടെ മുൻപിൽ പരാജിതരായെന്ന് കണ്ട് സിറിയക്കാർ ദൂതന്മാരെ അയച്ച് യൂഫ്രട്ടീസിന് മറുകരയുണ്ടായിരുന്ന സിറിയക്കാരെ വരുത്തി. ഹദറേസിന്റെ സേനാനായകൻ ഷോഫാക്കാണ് അവരെ നയിച്ചത്. ദാവീദ് ഇതറിഞ്ഞ് ഇസ്രായേലരെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി. ജോർദാൻ കടന്ന് സൈന്യത്തെ അണിനിരത്തി അവർക്കെതിരെ പൊരുതി. സിറിയക്കാർ ഇസ്രായേലിന് മുൻപിൽ തോറ്റോടി. ദാവീദ് സിറിയക്കാരുടെ 7,000 തേരാളുകളെയും 40,000 വരുന്ന കാലാൽപ്പടയെയും സേനാനായകൻ ഷോഫാക്കിന്റെയും നിഗ്രഹിച്ചു. ഇസ്രായേലർ തങ്ങളെ പരാജയപ്പെടുത്തുന്നത് കണ്ട് ഹദറേസിന്റെയും ദാസന്മാർ ദാവീദുമായി സന്ധി ചെയ്ത് അവന് കീഴടങ്ങി. പിന്നീട് സിറിയക്കാർ അമ്മോന്യരെ സഹായിക്കാൻ പോയില്ല. റബബ പിടിച്ചെടുക്കുന്നു. രാജാക്കന്മാർ യുദ്ധത്തിന് പോകാറുള്ള വസന്തകാലം സമാഗതമായപ്പോൾ യോവാബ് സൈന്യസമേതം അമ്മോന്യരെ ആക്രമിച്ച് റബബ ഉപരോധിച്ചു. ദാവീദ് ജെറുസലേമിൽ തന്നെ താമസിച്ചു. യോവാബ് റബബയെ ആക്രമിച്ച് നശിപ്പിച്ചു. ദാവീദ് അവരുടെ രാജാവിന്റെ കിരീടം എടുത്ത് 1 താലന്ത് സ്വർണം കൊണ്ടാണ് അത് നിർമ്മിച്ചിരുന്നത്. അതിൽ വിലയേറിയ ഒരു രക്തവും അവൻ തന്റെ ശിരസിലണിഞ്ഞ പട്ടണത്തിൽ നിന്നും ധാരാളം കൊള്ള മുതലും അവിടുത്തെ അമ്മോന്യരുടെ എല്ലാ പട്ടണങ്ങളും അവൻ ഇങ്ങനെ ചെയ്തു. അനന്തരം ദാവീദ് സകല ജനവും ജെറുസലേമിലേക്ക് മടങ്ങിപ്പോന്നു. പിന്നീട് ഫിലിസ്ത്യർക്കെതിരെ ഗേസറിൽ യുദ്ധം ആരംഭിച്ചു. ആ യുദ്ധത്തിൽ ഹുഷാഥിനായ സിബായിക്ക് മല്ലന്മാരുടെ സന്തതികളിൽ ഒരാളായ സിപ്പായിയെ വധിച്ചു. അതോടെ ഫിലിസ്ത്യർ കീഴടങ്ങി. ഫിലിസ്ത്യർക്കെതിരെ വേറൊരു യുദ്ധം കൂടി ഉണ്ടായി. അതിൽ ജായറിന്റെ മകനായ എലഹാനൻ ഹിത്യനായ ഗോലിയാത്തിന്റെ സഹോദരൻ നെഹമിയെ വധിച്ചു. അവന്റെ കുന്തത്തണ്ട് നെയ്ത്തുകാരന്റെ ഓടം പോലെയായിരുന്നു. ഗത്തിൽ വീണ്ടും യുദ്ധമുണ്ടായി. അവിടെ ദീർഘകായനും കൈക്കും കാലിനും മാറവീതം 24 വിരലുള്ളവനുമായ ഒരുവനുണ്ടായിരുന്നു. അവനും മല്ലവംശത്തിൽപ്പെട്ടവനായിരുന്നു. അവൻ ഇസ്രായേലിനെ അധിക്ഷേപിച്ചപ്പോൾ ദാവീദിന്റെ സഹോദരനും ഷിമോയുടെ പുത്രനുമായ ജോനാഥൻ അവനെ കൊന്നു. ഗത്തിലെ മല്ലവംശരായ ഇവർ ദാവീദിന്റെ ദാസന്മാരുടെയും കൈയാൽ നശിപ്പിക്കപ്പെട്ടു. ദാവീദ് ജനസംഖ്യ എടുക്കുന്നു. സാത്രാൻ ഇസ്രായേലിനെതിരെ ഉണർന്ന് ഇസ്രായേലിന്റെ ജനസംഖ്യ എടുക്കാൻ ദാവീദിനെ പ്രേരിപ്പിച്ചു. ദാവീദ് യോവാബിനോടും സേനാനായകന്മാരോടും കൽപ്പിച്ചു, നിങ്ങൾ ബെർശേക്കമിൽ ദാൻ വരെയുള്ള ഇസ്രായേലെ എണ്ണുവിൻ. എനിക്ക് അവരുടെ സംഖ്യ അറിയണം. യോവാബ് പറഞ്ഞു, കർത്താവ് ജനത്തെ 100 ഇരട്ടി വർദ്ധിപ്പിക്കട്ടെ. എന്റെ യജമാനായ രാജാവേ, അവർ അങ്ങയുടെ ദാസന്മാരല്ലയോ? പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ആവശ്യപ്പെടുന്നു? ഇസ്രായേൽ എന്തിന് അപരാധം വരുത്തുന്നു? യോവാബിന് രാജകൽപ്പന അനുസരിക്കേണ്ടി വന്നു. അവൻ ഇസ്രായേൽ മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് ജെറുസലേമിൽ തിരിച്ചെത്തി. യോവാബ് ജനസംഖ്യ ദാവീദിനെ അറിയിച്ചു. ഇസ്രായേൽ യോദ്ധാക്കൾ ആകെ 11 ലക്ഷം, യൂദയിൽ 4,70,000. എന്നാൽ ലേവ്യരെയും ബെഞ്ചമിൻ ഗോത്രജരെയും
യോബ് എണ്ണിയില്ല. കാരണം രാജകൽപ്പനയോട് അവന് വലിയ വിദ്വേഷം തോന്നി. ജനത്തിന്റെ കണക്കെടുത്ത് ദൈവത്തിന് അനിഷ്ടമായി. അവിടുന്ന് ഇസ്രായേൽ രക്ഷിച്ചു. ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഇതുവഴി ഞാൻ വലിയ പാപം ചെയ്തു പോയി. അവിടുത്തെ ദാസന്റെ അകൃതം ക്ഷമിക്കണമേ. വലിയ ഭോഷത്വമാണ് ഞാൻ ചെയ്തത്. കർത്താവ് ദാവീദിന്റെ ദീർഘദർശിയായ ഗാദിനോട് അരുൾ ചെയ്തു, ദാവീദിനോട് പറയുക, കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ പറയുന്ന 3 കാര്യങ്ങൾ ഒന്ന് നിനക്ക് തിരഞ്ഞെടുക്കാം, അത് ഞാൻ നിന്നോട് ചെയ്യും. ഗാദ് ദാവീദിനെ അടുത്തു വന്ന് പറഞ്ഞു, കർത്താവ് അരുൾ ചെയ്യുന്നു, നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക. 3 വർഷത്തെ ക്ഷാമം, അല്ലെങ്കിൽ 3 മാസം ശത്രുക്കളുടെ നിരന്തരമായ ആക്രമണവും നിന്റെ പലായനവും, അതുമല്ലെങ്കിൽ 3 ദിവസം മഹാമാരിയാകുന്ന ഖണ്ഡം കൊണ്ട് കർത്താവിന്റെ ദൂതൻ നടത്തുന്ന സംഹാരം. എന്നെ അയച്ചവനോട് ഞാൻ എന്തു പറയണമെന്ന് തീരുമാനിക്കുക. ദാവീദ് ഗാദിനോട് പറഞ്ഞു, ഞാൻ വലിയ വിഷമസന്ധയിൽപ്പെട്ടിരിക്കുന്നു. മനുഷ്യരുടെ കരങ്ങളിൽ പതിക്കുന്നതിനേക്കാൾ കർത്താവിന്റെ കരങ്ങളിൽ പതിക്കുന്നതാണ് ഭേദം. അവിടുത്തെ കാരുണ്യം വലുതാണല്ലോ. കർത്താവ് ഇസ്രായേലിൽ മഹാമാരിയെ അയച്ചു. 70,000 ഇസ്രായേലർ മരിച്ചു വീണു. ജെറുസലേം നശിപ്പിക്കാൻ ദൈവം ദൂതനെ അയച്ചു. അവൻ നഗരം നശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവ് മനസ്സ് മാറ്റി സംഹാര ദൂതനോട് കൽപ്പിച്ചു, മതി, നിന്റെ കരം പിൻവലിക്കുക. അപ്പോൾ കർത്താവിന്റെ ദൂതൻ ജബൂസിനായ ഓർന്നാന്റെ മെതിക്കളത്തിനരികെ നിൽക്കുകയായിരുന്നു. കർത്താവിന്റെ ദൂതൻ ജെറുസലേമിനെതിരെ വാൾ ഉരുപ്പിടിച്ചുകൊണ്ട് ആകാശത്ത് നിന്നും ഭൂമിക്കും മധ്യം നിൽക്കുന്നതാണ് ശിരസ് ഉയർത്തിയപ്പോൾ ദാവീദ് കണ്ടത്. ഉടനെ അവനും ശ്രേഷ്ഠന്മാരും ശാഖ് കൊടുത്ത് സാഷ്ടാംഗം വീണു. ദാവീദ് പ്രാർത്ഥിച്ചു, ജനത്തിന് കണക്കെടുക്കാൻ ആജ്ഞാപിച്ചത് ഞാനല്ലേ? ഈ യാചകണം എന്ത് ചെയ്യുന്നു? എന്റെ ദൈവമായ കർത്താവ്, അങ്ങയുടെ കരം എനിക്കും എന്റെ പ്രതിഭവനത്തിനുമെതിരെ ആയിരിക്കട്ടെ. അവിടുത്തെ ജനത്തെ മഹാമാരിയിൽ നിന്നും മോചിപ്പിക്കണമേ. കർത്താവിന്റെ ദൂതൻ ഗാദിനോട് പറഞ്ഞു, ജബൂസിനായ ഓർന്നന്റെ മെതിക്കളത്തിൽ ചെന്ന് അവിടെ ദൈവമായ കർത്താവിന് ഒരു ബലിപീഠം പണിയാൻ ദാവീദിനോട് പറയുക. കർത്താവിന്റെ നാമത്തിൽ ഗാദ് പറഞ്ഞ വാക്കനുസരിച്ച് ദാവീദ് പുറപ്പെട്ടു. ഓർന്നാൻ ഗോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കെ തിരിഞ്ഞു നോക്കിയപ്പോൾ ദൂതനെ കണ്ടു. അവനും 4 മക്കളും ഒളിച്ചു കളഞ്ഞു. ദാവീദ് വരുന്നത് കണ്ട് ഓർത്താൻ മെതിക്കളത്തിൽ നിന്ന് പുറത്തു വന്ന് നിലം പറ്റി താണു വണങ്ങി. ദാവീദ് അവനോട് പറഞ്ഞു, കർത്താവിന് ഒരു ബലിപീഠം പണിയുവാൻ ഈ കളം മുഴുവൻ എനിക്ക് തരിക. അതിന്റെ മുഴുവൻ വിലയും സ്വീകരിച്ച് കൊള്ളുക. ജനത്തിൽ നിന്ന് മഹാമാരി ഒഴിഞ്ഞു പോകട്ടെ. ഓർന്നാൻ ദാവീദിനോട് പറഞ്ഞു, അങ്ങ് അത് എടുത്തു കൊള്ളുക. എന്റെ യജമാനായ രാജാവിന് ഇഷ്ടം പോലെ ചെയ്യാം. ഇതാ, ദഹനബലിക്ക് കാളകളും വിറകിന് മെതിവണ്ടികളും ധാന്യബലിക്ക് ഗോതമ്പും എല്ലാം ഞാൻ വിട്ടുതരുന്നു. പാടില്ല, മുഴുവൻ വിലയും തന്നെ ഞാൻ വാങ്ങൂ. നിന്റെ തായെ ഒന്നും കർത്താവിനായി ഞാൻ എടുക്കുകയില്ല. പണം മുടക്കാതെ ഞാൻ കർത്താവിന് ദഹനബലി അർപ്പിക്കുകയുമില്ല. ദാവീദ് ആ സ്ഥലത്തിന്റെ വിലയായി 600 ശക്കേൽ സ്വർണം ഓർന്നാന് കൊടുത്തു. ദാവീദ് അവിടെ കർത്താവിന് ബലിപീഠം പണിതു. ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ച് കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. ആകാശത്തിൽ നിന്ന് ദഹന ബലിപീഠത്തിലേക്ക് അഗ്നി അയച്ച് കർത്താവ് അവന് ഉത്തരം അരുളി. കർത്താവ് ദൂതനോട് കൽപ്പിച്ചു, അവൻ വാൾ ഉറയിലിട്ടു. ജബൂസിനായ ഓർന്നാന്റെ മെതിക്കളത്തിൽ വെച്ച് കർത്താവ് തനിക്ക് ഉത്തരം അരുളിയതിനാൽ ദാവീദ് അവിടെ ബലികൾ അർപ്പിച്ചു. മോശ മരുഭൂമിയിൽ വെച്ച് നിർമ്മിച്ച കർത്താവിന്റെ കൂടാരവും ദഹന ബലിപീഠവും അന്ന് ഗിബിയോനിലെ ആരാധന സ്ഥലത്തായിരുന്നു. സംഹാര ദൂതന്റെ വാളിനെ ഭയന്നത് കൊണ്ട് ദൈവത്തോട് ആരായുന്നത് അവിടെ പോകാൻ ദാവീദിന് കഴിഞ്ഞില്ല. ദേവാലയ നിർമ്മാണത്തിനൊരുക്കം. ദാവീദ് പറഞ്ഞു, ഇതാണ് ദൈവമായ കർത്താവിന്റെ ആലയം, ഇസ്രായേലിന്റെ ദഹന ബലിപീഠവും ഇതുതന്നെ. അനന്തരം ഇസ്രായേലിലെ വിദേശികളെ വിളിച്ചു കൂട്ടാൻ ദാവീദ് കൽപ്പിച്ചു. ദേവാലയ നിർമ്മത്തിന് കല്ല് ചെത്തിയൊരുക്കാൻ അവൻ കൽപ്പണിക്കാരെ നിയമിച്ചു. പടിവാതികൾക്ക് വേണ്ട ആണിയും വിജാഗരികളെയും കൊളുത്തുകളും നിർമ്മിക്കാൻ പിച്ചളയും ഇരുമ്പും അളവില്ലാതെ ശേഖരിച്ചു. സിദോന്യരും ടൈർ നിവാസികളും കൊണ്ടുവന്ന എണ്ണമറ്റ ദേവദാരുക്കളും ദാവീദ് ഒരുക്കി വെച്ചു. അവൻ പറഞ്ഞു, എന്റെ മകൻ സോളമൻ യുവാവും അനുഭവ സമ്പത്തില്ലാത്തവനാണ്. കർത്താവിനായി പണിയാനിരിക്കുന്ന ആലയം എല്ലാ ദേശങ്ങളിലും കീർത്തിയും മഹത്വവും വ്യാപിക്കത്തക്കവണ്ണം അതിമനോഹരമായിരിക്കണം. ആവശ്യമുള്ള സാമഗ്രികൾ ദാവീദ് തന്റെ മരണത്തിന് മുമ്പ് വെച്ച് ശേഖരിച്ചു. അവൻ തന്റെ മകൻ സോളമനെ വിളിച്ച് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന് ആലയം പണിയാൻ ചുമതലപ്പെടുത്തി.
ദാവീദ് സോളമനോട് പറഞ്ഞു, മകനെ, എന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിന് ആലയം പണിയണമെന്നാണ് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ കർത്താവ് എന്നോട് അരുൾ ചെയ്തു, നീ ഏറെ രക്തം ചിന്തി ധാരാളം യുദ്ധങ്ങളും നടത്തി. നീ എന്റെ മുൻപിൽ ഇത്രയേറെ രക്തം ഒഴുകിയതിനാൽ നീ എന്റെ ആലയം പണിയുകയില്ല. നിനക്കൊരു പുത്രൻ ജനിക്കും, അവന്റെ ഭരണം സമാധാനപൂർണമായിരിക്കും. ചുറ്റുമുള്ള ശത്രുക്കളിൽ നിന്ന് ഞാൻ അവന് സമാധാനം നൽകും. അവന്റെ നാമം സോളമൻ എന്നായിരിക്കും. അവന്റെ കാലത്ത് ശാന്തിയും സമാധാനവും ഞാൻ ഇസ്രായേലിൽ നൽകും. അവൻ എന്റെ നാമത്തിന് ആലയം പണിയും. അവൻ എനിക്ക് പുത്രനും ഞാൻ അവന് പിതാവുമായിരിക്കും. അവന്റെ രാജകീയ സിംഹാസനം ഇസ്രായേലിൽ ഞാൻ എന്നേക്കും സുസ്ഥിരമായിരിക്കും. മകനെ, കർത്താവ് നിന്നോട് കൂടി ഉണ്ടായിരിക്കട്ടെ. നിന്നെക്കുറിച്ച് അവിടുന്ന് അരുൾ ചെയ്തതുപോലെ നിന്റെ ദൈവമായ കർത്താവിന് ആലയം പണിയുന്നതിനാൽ നീ വിജയിക്കട്ടെ. ഇസ്രായേലിന്റെ ഭരണം അവിടുന്ന് നിന്നെ ഏൽപ്പിക്കുമ്പോൾ നിന്റെ ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിന് നിനക്ക് വിവേകവും അറിവും അവിടുന്ന് പ്രദാനം ചെയ്യട്ടെ. കർത്താവ് മോശ വഴി ഇസ്രായേലിന് നൽകിയ കൽപ്പനകളും നിയമങ്ങളും ശ്രദ്ധാപൂർവം പാലിച്ചാൽ നിനക്ക് ഐശ്വര്യമുണ്ടാകും. ശക്തനും ധീരനുമായിരിക്കുക, ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുത്. കർത്താവിന്റെ ആലയത്തിന് 1,00,000 താലന്ത് സ്വർണവും 10,00,000 താലന്ത് വെള്ളിയും അളവില്ലാത്ത വിധം പച്ചിളയും ഉരുമ്പും ആവശ്യത്തിന് വേണ്ട കല്ലും മരവും ഞാൻ ക്ലേശം സഹിച്ചു ശേഖരിച്ചുണ്ട്. നീ ഇനിയും സംഭരിക്കണം. കല്ല് വെട്ടുകാരും കൽപ്പണിക്കാരും മരപ്പണിക്കാരും സകലവിധ കരകൗശല പണിക്കാരും സ്വർണം, വെള്ളി, പിച്ചള, ഇരുമ്പ് എന്നിവയുടെ പണിയിൽ നിപുണരായ ജോലിക്കാരും ആയി ധാരാളം പേർ നിനക്കുണ്ട്. ജോലി ആരംഭിക്കുക. കർത്താവ് നിന്നോട് കൂടി ഉണ്ടായിരിക്കട്ടെ. പുത്രൻ സോളമനെ സഹായിക്കാൻ ഇസ്രായേലിലെ എല്ലാ നായകന്മാരോടും ദാവീദ് കൽപ്പിച്ചു. അവൻ പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ നിങ്ങളുടെ കൂടെ ഇല്ലേ? നിങ്ങൾക്ക് പൂർണ്ണമായ സമാധാനം അവിടുന്ന് നൽകിയില്ലേ? അവിടുന്ന് ദേശനിവാസികളെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ദേശം മുഴുവൻ കർത്താവിന് അവിടുത്തെ ജനത്തിനും കീഴടക്കിയിരിക്കുന്നു. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ അന്വേഷിക്കാൻ ഹൃദയവും മനസ്സും ഒരുക്കുവിൻ. കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകവും ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട വിശുദ്ധ ഉപകരണങ്ങളും സ്ഥാപിക്കാൻ കർത്താവിന്റെ നാമത്തിന് ആലയം നിർമ്മിക്കുവിൻ. ലേവ്യ ഗണങ്ങൾ. ദാവീദ് അതിവൃദ്ധനായപ്പോൾ പുത്രൻ സോളമനെ ഇസ്രായേലിന്റെ രാജാവാക്കി. ദാവീദ് ഇസ്രായേലിലെ എല്ലാ നായകന്മാരെയും പുരോഹിതന്മാരെയും ലേവ്യരെയും വിളിച്ചു കൂട്ടി. 30 അതിൽ കൂടുതലും വയസ്സുള്ള ലേവ്യരുടെ കണക്കെടുത്ത് ആകെ 38,000 പേരുണ്ടായിരുന്നു. അവരിൽ 24,000 പേരെ ദേവാലയ ശുശ്രൂഷകരായും 6,000 പേരെ വിചാരകരും ന്യായാധിപന്മാരുമായി ദാവീദ് നിയമിച്ചു. 4,000 പേരെ വാതിൽ കാക്കുന്നതിനും 4,000 പേരെ താൻ നിർമ്മിച്ച വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച് കർത്താവിന് സ്തുതിഗീതങ്ങൾ പാടുന്നതിന് നിയോഗിച്ചു. അനന്തരം ദാവീദ് അവരെ ഗർശോം, കൊഹാത്ത്, മെറാറി എന്നിങ്ങനെ കുലക്രമണത്തിൽ ഗണം തിരിച്ചു. ഗർശോമിന്റെ പുത്രന്മാർ ലാദാൻ, ഷിമെയി. ലാദന്റെ പുത്രന്മാർ പ്രമുഖ നായാഹിലെയും സേതാം, ജോയൽ എന്നിവരും. ഷിമെയിയുടെ പുത്രന്മാർ ഷെലോമത്ത്, ഹസിയേൽ, ഹാരാൻ എന്ന 3 പേർ. ലാദാവിന്റെ കുലത്തലവന്മാർ ഇവരായിരുന്നു: യാഹത്ത്, സീസ, യവൂഷ്, ബെറിയ എന്ന 4 പേരുടെ ഷീമയുടെ പുത്രന്മാർ. യാഹത്ത് ഒന്നാമനും സീസ രണ്ടാമനും ആയിരുന്നു. യവൂഷിനും ബെറിയായിക്കും അധികം പുത്രന്മാർ ഇല്ലായിരുന്നു. അതുകൊണ്ട് അവർ ഒറ്റ വംശമായി കരുതപ്പെട്ടു. കൊഹാത്തിന്റെ പുത്രന്മാർ അമ്രാം, ഇസഹാർ, ഹെബ്രോൻ, ഉസിയാൽ 4 പേർ. അഹ്റോനും മോശയും അമ്രാമിന്റെ പുത്രന്മാരാണ്. അതിവിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ നടത്താനും കർത്താവിന്റെ മുൻപാകെ ധൂപം അർപ്പിക്കാനും അവിടുത്തെ നാമത്തെ സ്തുതിക്കാനും അഹ്റോനും പുത്രന്മാരും നിയോഗിക്കപ്പെട്ടു. ദൈവപുരുഷനായ മോശയുടെ പുത്രന്മാർ ലേവി ഗോത്രത്തിൽപ്പെടുന്നു. മോശയുടെ പുത്രന്മാർ ഗർശോം, എലിസേയർ. നഗർശോമിന്റെ പുത്രന്മാരിൽ പ്രമുഖൻ ഷെബുവേൽ. എലിയേസറിന്റെ പുത്രൻ റഹാബിയ. എലിയേസറിന് വേറെ പുത്രന്മാർ ഇല്ലായിരുന്നു, എന്നാൽ റഹബിയായിക്ക് ധാരാളം പുത്രന്മാർ ഉണ്ടായിരുന്നു. ഇസ്ഹാറിന്റെ പുത്രന്മാരിൽ ഒന്നാമൻ ഷെലോമിത്ത്. ഹൈബ്രോണിന്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ ജെറിയ, അമേരിയ, യഹാസിയേൽ, യക്കയാം. ഇസ്രായേലിന്റെ പുത്രന്മാർ ഒന്നാമൻ മിക്ക, രണ്ടാമൻ ഇസിയാം. മുറിയയുടെ പുത്രന്മാർ മഹ്ലി, മൂഷി. മഹലയുടെ പുത്രന്മാർ എലിയാസർ, കീഷ്. എലിയാസറിന് പുത്രന്മാർ ഇല്ലായിരുന്നു, പുത്രിമാരെ ഉണ്ടായിരുന്നുള്ളൂ.
കിഷിന്റെ പുത്രന്മാരായ അവരുടെ ചാർച്ചക്കാർ അവരെ വിവാഹം ചെയ്തു. മൂശയുടെ പുത്രന്മാർ മഹലി, ഏദർ, എറോമത്ത് എന്നീ 3 പേരാണ്. ഇവരാണ് കുലവും കുടുംബവും അനുസരിച്ച് വംശവലിയിൽ പേര് ചേർത്ത ലേവി സന്തതികൾ. 20 അതിനും മേലിലും വയസ്സുള്ള ഇവർ ദേവാലയ ശുശ്രൂഷയിൽ പങ്കെടുത്തു. ദാവീദ് പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് തന്റെ ജനത്തിന് സമാധാനം നൽകി. അവിടുന്ന് ജെറുസലേമിൽ നിത്യമായി വസിക്കുന്നു. ആകയാൽ ലേവ്യർക്ക് ഇനി പേടകവും അതിലെ ശുശ്രൂഷകൾ ഉപകരണങ്ങളും വയ്ക്കേണ്ടതില്ല. ദാവീദിന്റെ അന്ത്യശാസ്ത്രം അനുസരിച്ച് ലേവ്യ പുത്രന്മാരിൽ 20 അതിനും മേലും വയസ്സുള്ളവർ ദേവാലയ ശുശ്രൂഷയ്ക്ക് പേരെഴുതിച്ചു. ഇവർ ദേവാലയ ശുശ്രൂഷയിൽ അങ്കണവും അറകളും സൂക്ഷിക്കുക, വിശുദ്ധ വസ്തുക്കൾ ശുദ്ധീകരിക്കുക, ദേവാലയത്തിലെ മറ്റ് ശുശ്രൂഷകൾ ചെയ്യുക എന്നിവയിൽ അഹ്റോന്റെ പുത്രന്മാരെ സഹായിക്കേണ്ടതാണ്. സാന്നിധ്യ അപ്പം, ധാന്യബലിക്കുള്ള മാവ്, പുളിപ്പില്ലാത്ത അപ്പം, കാഴ്ച അർപ്പിക്കാനുള്ള ചുട്ടെടുത്തുള്ള അപ്പം, എണ്ണ ചേർത്ത കാഴ്ച അർപ്പിക്കാനുള്ള ചുട്ടെടുത്ത അപ്പം, എണ്ണ ചേർത്ത കാഴ്ചവസ്തുക്കൾ എന്നിവയും അവയുടെ അളവുകളും ഇവരുടെ ചുമതലയിലായിരുന്നു. പ്രഭാതത്തിലും പ്രദോഷത്തിലും ലേവ്യർ കർത്താവിനെ പാടി സ്തുതിക്കണം. സാപത്തിലും അമാവാസിയിലും മറ്റു തിരുനാളുകളിലും ദഹനബലി അർപ്പിക്കുമ്പോഴും ഇവർ നിശ്ചയിക്കപ്പെട്ടിടത്തോളം പേർ അങ്ങനെ ചെയ്യണം. സമാഗമ കൂടാരത്തിന്റെയും വിശുദ്ധ സ്ഥലത്തിന്റെയും ചുമതല വഹിക്കുകയും കർത്താവിന്റെ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന തങ്ങളുടെ ചാർച്ചക്കാരായ അഹ്റോന്റെ പുത്രന്മാരെ സഹായിക്കുകയും ചെയ്യണം. പുരോഹിത ഗണങ്ങൾ. അഹ്റോൻ കുടുംബത്തിന്റെ ശാഖകൾ ഇവയാണ്. അഹ്റോന്റെ പുത്രന്മാർ നാദാബ്, അബീഹു, എലിയസേർ, ഇത്താമർ. നാദാബും അബീഹുവും പിതാവിന് മുൻപേ മരിച്ചു. അവർക്ക് മക്കളില്ലായിരുന്നു. അതുകൊണ്ട് എലിയാസറും ഇത്താമറും പുരോഹിതന്മാരായി. അഹ്റോന്റെ സന്തതികളായ ദാവീദ് ശുശ്രൂഷയുടെ ക്രമം അനുസരിച്ച് എലാസിയർ കുടുംബത്തിന്റെ തലവനായ സാദോക്കിന്റെയും ഇത്താമർ കുടുംബത്തിന്റെ തലവനായ അഹീമനാക്കിന്റെയും സഹായത്തോടെ ഗണം തിരിച്ചു. ഇത്താമർ കുടുംബത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ നായകന്മാർ എലൈസർ കുടുംബത്തിലുണ്ടായിരുന്നാൽ എലൈസറിന്റെ പിൻഗാമികളെ 16 ഗണങ്ങളായും ഇത്താമറിന്റെ പിൻഗാമികളെ 8 ഗണങ്ങളായും തിരിച്ചു. ഇരുവിഭാഗത്തിലും ദേവാലയ ശുശ്രൂഷകന്മാരും ആധ്യാത്മിക നേതാക്കന്മാരും ഉണ്ടായിരുന്നത് കൊണ്ട് കുറിയിട്ടാണ് അവരെ തിരഞ്ഞെടുത്തത്. രാജാവ്, പ്രഭുക്കന്മാർ, പുരോഹിതനായ സാദോക്, അബിയാറിന്റെ മകൻ അഹിമലേക്ക്, പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും പ്രതികുല തലവന്മാർ എന്നിവരുടെ മുൻപാകെ ലേവ്യനായ നിദാലിന്റെയും പുത്രനും നടപടിയെടുത്തുകാരനുമായ ഷെമയോ, എലിയാസറിന്റെയും ഇത്താംബറിന്റെയും കുലങ്ങൾക്ക് വീണം കുറികൾ രേഖപ്പെടുത്തി. നറുക്ക് വീണതനുസരിച്ച് 1-മൻ ഹോയാറാബ്, 2-മൻ യദയ, 3-മൻ ഹാരിം, 4-മൻ സവാരിം, 5-മൻ മൽക്കിയ, 6-മൻ മിയാമിൻ, 7-മൻ ഹക്കോസ്, 8-മൻ അബിയ, 9-മൻ യെശുവ, 10-മൻ ശെക്കനിയ, 11-മൻ എലിയാഷിബ്, 12-മൻ യാക്കീം, 13-മൻ ഹുപ്പ, 14-മൻ യശാബാബ്, 15-മൻ ബിൽഗ, 16-മൻ ഇമ്മർ, 17-മൻ ഹെസിർ, 18-മൻ ഹപ്പീസസ്, 19-മൻ പെത്താഹിയ, 20-മൻ ഹെസക്കേൽ, 21-മൻ യാക്കീം, 22-മൻ ഗാമുൽ, 23-മൻ ദലായ, 24-മനായ മാസിയോ. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അവരുടെ പിതാവായ അഹ്റോൻ നിശ്ചിതമായ ക്രമം അനുസരിച്ച് ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യാൻ അവർ വരേണ്ടിയിരുന്നു. ലേവിയുടെ മറ്റു പുത്രന്മാർ അമ്രാമിന്റെയും മക്കൾ ശുബായേൽ, അവന്റെ മക്കളിൽ യഹദിയ, രഹാവിയുടെ മക്കളിൽ പ്രമുഖനായി ഷിമ, ഇസഹാരിൽ ഷെലിയാത്ത്, അവന്റെ മക്കളിൽ യാഹദ്. ഹൈബ്രോണിന്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ അറിയ, അമേരിയ, യഹസിയേൽ, യക്കാമയ. ഉസിയാന്റെ പുത്രന്മാർ മിഖ, അവന്റെ മക്കളിൽ ഷമീർ, മിക്കയുടെ സഹോദരൻ ഇഷിയ, അവന്റെ മക്കളിൽ സക്കറിയ. പുത്രന്മാർ മഹലി, മൂഷി, യാസിയ. മൊറായുടെ പുത്രനായി യാസിയയുടെ പുത്രന്മാർ ഷോഹോം, സക്കൂർ, ഇബ്രി. മഹലിയുടെ പുത്രൻ എലിയാസർ, അവന് മക്കളില്ലായിരുന്നു. കിഷിന്റെ പുത്രൻ റഹമേൽ. മുഷയുടെ പുത്രന്മാർ മഹലി, യേദർ, യെറിമോത്ത്. ലേവ്യ പുത്രന്മാർ കുടുംബക്രമത്തിൽ ഇവരാണ്. കുടുംബത്തലവന്മാരായ ഇവരും ചാർച്ചക്കാരായ അഹ്റോന്റെ പുത്രന്മാരെ പോലെ ദാവീദ് രാജാവിന്റെയും
സാദോക്കിന്റെയും അഹിമേലെക്കിന്റെയും പുരോഹിത വംശത്തിലെ പൃഥുഗോത്ര തലവന്മാരുടെയും ലേവ്യ വംശത്തിലെ ഗോത്രപിതാക്കന്മാരുടെയും മുൻപിൽ വലിച്ചുറപ്പിച്ച് ഭേദമന്യേ നറുക്കിട്ടു. ഗായക ഗണങ്ങൾ. ദാവീദും ദേവാലയ ശുശ്രൂഷകരിൽ പ്രമുഖരും കൂടെ യാസാഫ്, ഹേമിൻ, യെദുഥൂൻ എന്നിവരുടെ പുത്രന്മാരിൽ ചിലരെ ശുശ്രൂഷയ്ക്ക് നിയോഗിച്ചു. ഇവർ കിന്നരം, വീണ, കൈത്താളം എന്നിവയുടെ അകമ്പടിയോടെ പ്രവചനം നടത്തേണ്ടിയിരുന്നു. ഇങ്ങനെ നിയുക്തരായവരും അവരുടെ കർത്തവ്യങ്ങളും ആസാഫിന്റെ പുത്രന്മാരിൽ സക്കൂർ, ജോസഫ്, നെഥാനിയ, അഷാർലോ പിതാവായ ആസാഫിന്റെ കീഴിൽ രാജനിർദ്ദേശം അനുസരിച്ച് ഇവർ പ്രവചനം നടത്തി. ഗദാലിയ, സേരി, യശയ, ഷിമയി, ഹഷാബിയ, മത്തിത്തിയ എന്നീ 6 പേർ തങ്ങളുടെ പിതാവായ ദൂനൂനിന്റെ കീഴിൽ കിന്നരം വായിച്ച് കർത്താവിന് കൃതജ്ഞതയും സ്തുതിയും അർപ്പിച്ച് പ്രവചിച്ചു. ഹേമോന്റെ പുത്രന്മാർ ബുഖയ്യോ, മഥാനിയ, ഉസിയേൽ, ഷെബുവേൽ, യെറിമോത്ത്, ഹനാനി, എലിയാത്ത, ഗിദാൽതി, തിമറിസ്തർ, യോഷബ് കാഷ, മല്ലോത്തി, ഹോത്തിർ, മഹസിയോത്ത്. ഇവരെല്ലാം രാജാവിന്റെ ദീർഘദർശിയായ ഹേമോന്റെ പുത്രന്മാരാണ്. ഹേമോനെ ഉന്നതനാക്കുന്നതിന് തന്റെ വാഗ്ദാനം അനുസരിച്ച് ദൈവം 14 പുത്രന്മാരെയും 3 പുത്രന്മാരെയും അവന് നൽകി. ഇവർ കർത്താവിന്റെ ആലയത്തിൽ തങ്ങളുടെ പിതാവിന്റെ കീഴിൽ വീണയും കിന്നവരും കൈത്താളവും ഉപയോഗിച്ച് ശുശ്രൂഷ നടത്തി. ആസാഫ്, യെദൂഥൂൻ, ഹേമൻ എന്നിവർ രാജാവിൽ നിന്ന് നേരിട്ട് കൽപ്പന സ്വീകരിച്ചു. ഇവരും ചാർച്ചക്കാരും വിദഗ്ധ ഗായകന്മാരാണ്. കർത്താവിന് ഗാനം ആലപിക്കാൻ പരിശീലനം നേടിയ ഇവരുടെ എണ്ണം 288. വലിപ്പച്ചെറുപ്പമോ ഗുരുശിഷ്യ വ്യത്യാസമോ പരിഗണിക്കാതെ അവർ നറുക്കിട്ട് തങ്ങളുടെ തവണ നിശ്ചയിച്ചു. ആദ്യത്തെ നറുക്ക് ആസാഫ് കുടുംബത്തിൽപ്പെട്ടവനായ ജോസഫിന് വീണു. രണ്ടാമത്തത് ഗദാലിയയ്ക്കും അവന് സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. മൂന്നാമത്തത് സക്കൂറിന് അവനും സഹോദരന്മാരും പുത്രിമാരും ചേർന്ന് 12 പേർ. നാലാമത്തത് ഇസ്രിക് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. അഞ്ചാമത്തേത് നെഥാനിയയ്ക്കും അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. ആറാമത്തേത് ബുക്കിയായിക്കും അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. ഏഴാമത്തത് ഷാർലയ്ക്ക് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. എട്ടാമത്തേത് ഷയോക്ക് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. ഒൻപതാമത്തേത് മത്തനിയാക്ക് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. പത്താമത് ഷിമിയാക്ക് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 11-ാമത് ഇസ്രായേലിന് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 12-ാമത് ഹഷാബിയാഖ് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 13-ാമത് ശബയേലിന് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 14-ാമത്തത് മത്തിയഥ്യായ്ക്ക് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 15-ാമത് യെറോമോത്തിന് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 16-ാമത്തേത് ഹനിനിയായ്ക്ക് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 17-ാമത്തെ യോശാഖ് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 18-ാമത് ഹനാനിക് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 11-ാമത് മല്ലോത്തിക് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 20-ാമത്തേത് എലിയാത്തക് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 21-ാമത് ഹോത്താറിന് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 22-ാമത്തേക്ക് ഗിൽദാഖ് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 23-ാമത്തേത് മഹസിയാത്തിന് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 24-ാമത്തേത് റൊമാദിയാസറിന് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. വാതിൽ കാവൽക്കാർ. ദേവാലയ വാതിൽ കാവൽക്കാരുടെ ഗണങ്ങൾ. കൊറാഹരിയരിൽ ആസാഫിന്റെ പുത്രന്മാരിൽ കൊറായിയുടെ പുത്രൻ മെഷ്മലയോ അവന്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ സക്കറിയ, യദിയേൽ, സെബാദിയ, യഥനിയേൽ. ഏലാം യഹോനൻ, എലിയഹോവനി. ഓബദ് എദോമിന്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ ഷെമയോ, യഹ്സോബാദ്, യോവ, സാക്കർ, നിദാനൽ, അമിയേൽ, ഇസാക്കർ,
പെബരുത്തായി ദൈവം ഏദോമിനെ അനുഗ്രഹിച്ചു. അവന്റെ പുത്രനായ ഷെമയുടെ പുത്രന്മാർ കഴിവുറ്റവരായിരുന്നതിനാൽ തങ്ങളുടെ കുടുംബത്തിലേക്ക് നായകന്മാരായിരുന്നു. ഷെമയുടെ പുത്രന്മാർ ഒത്നി, റഫയേൽ, ഓബദ്, എൽസാബത്ത്. അവരുടെ ചാർച്ചക്കാരായ എലീഹു, സമാക്കിയ എന്നിവർ കഴിവുറ്റവരായിരുന്നു. ഇവർ ഓബദ് എദോമിന്റെ വംശത്തിൽപ്പെടുന്നു. ഇവരും മക്കളും ചാർച്ചക്കാരും ശുശ്രൂഷയ്ക്കും അതിനിപുണന്മാരായിരുന്നു. ഓബദ് എദോമിൽ ആകെ 62 പേർ. മെഷാലോമിയയുടെ പുത്രന്മാരും ചാർച്ചക്കാരും പ്രബലരായ 18 പേർ. മറാറി കുടുംബത്തിലെ ഹോസയുടെ പുത്രന്മാരിൽ പ്രമുഖനായ ഷിമറി ആദ്യജാതരെങ്കിലും ഇവനെ ഹോസ തലവനാക്കി. രണ്ടാമൻ ഹിൽക്കിയ, മൂന്നാമൻ തെബലാബിയ, നാലാമൻ സക്രിയ. ഹോസയുടെ പുത്രന്മാരും ചാർച്ചക്കാരും ആകെ 13 പേർ. ദ്വാരപാലകന്മാരെ ഗണം തിരിച്ചതും കുടുംബത്തലന്മാർക്കനുസൃതമായിട്ടാണ്. കർത്താവിന്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്തിരുന്ന ഇവരുടെ ചാർച്ചക്കാരെ പോലെ ഇവർക്കും കർത്തവ്യങ്ങൾ ഉണ്ടായിരുന്നു. പ്രതികുടുംബ ക്രമം അനുസരിച്ച് വലുപ്പ ചെറുപ്പ ഭേദമെന്നീ അവർ നറുക്കിട്ട് ഓരോ വാതിലിലും ആളെ നിശ്ചയിച്ചു. കിഴക്കേ വാതിലിന്റെ നറുക്ക് ഷെലോമിയയ്ക്ക് വീണു. അവന്റെ മകനും സമർത്ഥനായ ഉപദേഷ്ടാവുമായ സക്രിയയ്ക്ക് വടക്കേ വാതിലിന്റെ നറുക്ക് കിട്ടി. തെക്കേ വാതിൽ നറുക്കനുസരിച്ച് ഓബോദ് എദോമിന് കിട്ടി. അവന്റെ പുത്രന്മാരെ സംഭരണശാലയുടെ ചുമതല ഏൽപ്പിച്ചു. കയറ്റത്തിലെ വഴിയിലേക്ക് തുറക്കുന്ന ശലാമത്ത് വാതിലും പടിഞ്ഞാറേ വാതിലും ശുപ്പിമുമിനും ഹോസിയായ്ക്കും കിട്ടി. അവർ തവണ വെച്ച് തുടർച്ചയായി കാവൽ നിന്നു. ദിനം പ്രതി കിഴക്ക് 6 പേർ, വടക്ക് 4 പേർ, തെക്ക് 4 പേർ, സംഭരണശാലകളിൽ 2 പേർ, പറബാറിൽ 2 പേർ, അതിന് പടിഞ്ഞാറുള്ള വഴിയിൽ 4 പേർ. കൊറാഹിരിലും മൊറാരിലും പെട്ട ദ്വാരപാലകന്മാരുടെ വിഭാഗങ്ങൾ ഇവയാണ്. ലേവ്യരിൽ അഹിയ ദേവാലയ ഭണ്ഡാരത്തിന്റെയും കാണിക്കകളുടെയും മേൽനോട്ടക്കാരനായിരുന്നു. ഗർശാനിയനായ ലാദാന്റെ സന്തതികളിൽ ഒരുവനാണ് യഹിയാൽ. അവന്റെ പുത്രന്മാരായ സെദോമും സഹോദരൻ യോയലും കർത്താവിന്റെ ആലയത്തിലെ ഭണ്ഡാരത്തിന്റെ സൂക്ഷിപ്പുകാരായിരുന്നു. അവരോടൊപ്പം അമോറിയന്മാരും ഇസഹാക്യരും ഹെബ്രോണിയരും ഉസിയായിലും ഉണ്ടായിരുന്നു. മോശയുടെ മകനായ ഗർശോമിന്റെ പുത്രൻ ഷെബുവേൽ ഭണ്ഡാര സൂക്ഷിപ്പുകാരുടെ തലവനായിരുന്നു. എലീസർ വഴിക്കുള്ള അവന്റെ ചാർച്ചക്കാർ റഹാബിയ, അവന്റെ മകൻ ഏശായ, അവന്റെ മകൻ യോറ, അവന്റെ മകൻ സിക്രി, മകന്റെ മകൻ ശെലോമോത്ത്. ദാവീദ് രാജാവും കുടുംബത്തലവന്മാരും സഹസ്രതാപിപന്മാരും ശതാധിപന്മാരും സംഘത്തലവന്മാരും അർപ്പിക്കുന്ന കാഴ്ച വസ്തുക്കളുടെ മേൽനോട്ടക്കാർ ശലോമോത്തും ചാർച്ചക്കാരുമായിരുന്നു. യുദ്ധത്തിൽ കൊള്ളയടിച്ച് വസ്തുക്കളിൽ നിന്ന് ഒരു ഭാഗം കർത്താവിന്റെ ആലയം സംരക്ഷിക്കാൻ നൽകിപ്പോന്നു. ദീർഘദർശിയായ സാമുവേൽ, കിഷിന്റെ മകൻ സാവൂൾ, നേറിന്റെ മകൻ അബനെ, സെരൂയയുടെ മകൻ യോവാബ് എന്നിവർ സമർപ്പിച്ച എല്ലാവിധ വസ്തുക്കളുടെയും മേൽനോട്ടം ശലോമോത്തിനും ചാർച്ചക്കാർക്കുമായിരുന്നു. ഇസ്സഹാരിൽ നിന്ന് കെനിയാന്യരും പുത്രന്മാരും ഇസ്രായേലിലെ രാജസഭന്മാരും ന്യായാധിപന്മാരുമായി നിയമിക്കപ്പെട്ടു. ഹെബ്രോണിൽ നിന്ന് ഹഷാബിയും ചാർച്ചക്കാരൻ ജോർദാന്റെ പടിഞ്ഞാറേ തീരം വരെ ഇസ്രായേലിന്റെ മേലധികാരികളായി നിയമിക്കപ്പെട്ടു. കർത്താവിന്റെ ശുശ്രൂഷയ്ക്കും രാജ്യസേവനത്തിനുമായി നിയമിക്കപ്പെട്ട പ്രഗത്ഭരായ അവർ 1700 പേരുണ്ടായിരുന്നു. ഹെബ്രോണിയർ തലവൻ ഏത് വംശാവലി വഴിക്കും ജെറിയ ആയിരുന്നു. ദാവീദിന്റെ രാജാവിന്റെ 40 ഭരണവർഷം ഇവരുടെ ഇടയിൽ നടത്തിയ അന്വേഷണത്തിൽ ഗിലെയാദ് യാസറിൽ അതിപ്രഭുക്കന്മാർ ഉണ്ടെന്ന് കണ്ടെത്തി. ജെറിയായും ചാർച്ചക്കാരുമായി 2700 പകൽപ്പന്മാർ ഉണ്ടായിരുന്നു. ദാവീദ് രാജാവ് അവരെ റൂബൻ, ഓഗദ് ഗോത്രങ്ങൾ, മാനസയുടെ അർദ്ധഗോത്രം എന്നിവയിൽ എക്കാലത്തെയും രാജാവിന് സംബന്ധിക്കുന്ന സകല കാര്യങ്ങളും ചുമതല ഏൽപ്പിച്ചു. സേനാനായകന്മാർ ഇസ്രായേലിന്റെ കുടുംബത്തലവന്മാരുടെ അറിയത്തില്ല.
ചിന്നു വായിക്കുന്നില്ലേ? ചിന്നു വായിക്കുന്നുണ്ട്, കേൾക്കുന്നില്ലേ? ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകുന്നുണ്ടേ. ഒരു മിനിറ്റ്, ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു മിനിറ്റ്. ഇതിൽ വായിച്ചോ. 3-ാം മാസം പുരോഹിതനായ റബാദയുടെ പുത്രൻ ബനായയുടെ കീഴിൽ 24,000 പേർ, 30 പേരിൽ ശക്തനും അവരുടെ നായകനുമായ ഇവനാണ്. ഇവന്റെ മകൻ അമിസദ്ബാദ് സംഘത്തിന്റെ ചുമതല വഹിച്ചു. 4-ാം മാസം യോവാബിന്റെ സഹോദരൻ അസഹലിയന്റെ കീഴിൽ 24,000 പേർ. അതിനുശേഷം മകൻ സെബദിയ സംഘത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തു. 5-ാം മാസം ഷംസുദ്ദീന്റെ കീഴിൽ 24,000 പേർ. 6-ാം മാസം തെക്കേവീനയനായ ഇക്കോഷിന്റെ മകൻ ഈരായുടെ കീഴിൽ 24,000 പേർ. 7-ാം മാസം എഫ്രയീം ഗോത്രജനും പൈലോനിയനുമായ ഹെലോസിന്റെ കീഴിൽ 20,000 പേർ. 8-ാം മാസം സെറാഹിം വംശജനും കുശാത്യനുമായ സിബക്കയുടെ കീഴിൽ 24,000 പേർ. 9-ാം മാസം ബെഞ്ചമിൻ ഗോത്ര ജനമായ അനതോത്തിലെ അബിയോസറിന്റെ കീഴിൽ 24,000 പേർ. 10-ാം മാസം സൈറഹ്യ വംശജനും നെയ്തഫ്യോനുമായ മഹാറായുടെ കീഴിൽ 24,000 പേർ. 11-ാം മാസം എഫ്രയാം ഗോത്രജനും ഫിറോത്യനുമായ ബാനായുടെ കീഴിൽ 24,000 പേർ. 12-ാം മാസം ഒത്നിയ വംശജനും നെയ്തോഫ്യനുമായ ഹെൽത്തായിയുടെ കീഴിൽ 20,000 പേർ. ഗോത്രാധിപന്മാർ. ഇസ്രായേൽ ഗോത്രങ്ങളിൽ റൂബന്റെ അധിപനാണ് സിക്രിയുടെ മകൻ എലിയേസർ. ഷിമയോന്റെ അധിപൻ മഖായിയുടെ മകൻ ശൈഫാത്തിയ. ലേവിയുടെ അധിപൻ കെയ്മൂവിന്റെ മകൻ ഹഷ്ബിയ. അഹ്റോൻ കുടുംബത്തിന്റെ തലവൻ സദോക് ആയിരുന്നു. ദാവീദിന്റെ സഹോദരന്മാരിൽ ഒരുവനായ എലീഹു യൂദയുടെ തലവൻ. മിക്കായേലിന്റെ മകൻ ഒമ്രി സെക്ടറിന്റെ തലവൻ. ഒബാദിയുടെ മകൻ ഇശ്മായ സൈബൂലിന്റെ തലവൻ. അസ്രിയേലിന്റെ മകൻ യാരോമന് നഫ്താലിയുടെ അധിപൻ. അസാദ്യയുടെ മകൻ ഹോശിയ എഫ്രൈമിന്റെ അധിപൻ. പെദായിയുടെ മകൻ ജോയോൽ മനാസ്യയുടെ അർദ്ധഗോത്രത്തിന്റെ തലവൻ. സക്രിയയുടെ മകൻ ഇദോഗലിയത്തുള്ള മനസ്സയുടെ മറ്റേ അർദ്ധഗോത്രത്തിന്റെ അധിപൻ. അബ്നോറിന്റെ മകൻ ജാസിയൽ ബെഞ്ചമിന്റെ തലവൻ. എഹ്റോമിന്റെ മകൻ അസിരോൾ ദാനിന്റെ അധിപൻ. ഇവരാണ് ഇസ്രായേൽ ഗോത്രങ്ങളുടെ അധിപന്മാർ. കർത്താവ് ഇസ്രായേലരെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ വർദ്ധിക്കുമെന്നും അരുൾ ചെയ്തിട്ടുണ്ടായിരുന്നതിനാൽ ദാവീദ് 20 വയസ്സിന് താഴെയുള്ളവരുടെ എണ്ണമെടുത്തില്ല. സൈരൂയയുടെ മകൻ യോവാബ് ജനസംഖ്യ എടുക്കാൻ ആരംഭിച്ചെങ്കിലും പൂർത്തിയാക്കിയില്ല. എന്നിട്ടും ഇസ്രായേലിനെതിരെ ദൈവകോപമുണ്ടായി. എടുത്ത എണ്ണം ദാവീദിന്റെ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിട്ടുമില്ല. മേൽനോട്ടക്കാർ. രാജഭണ്ഡാരങ്ങളുടെ ചുമതല അബ്രോന്റെ മകൻ അസമവ്യക്തനായിരുന്നു. വലിയ നഗരങ്ങളിലും പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലുമുള്ള സംഭരണശാലകളും ഗോപുരങ്ങളിലും ഉസിയായിയുടെ മകൻ ജോനാഥിന്റെ ചുമതലയിൽ ആയിരുന്നു. ഹെലൂഫിന്റെ മകൻ എസ്രി കൃഷിക്കാരുടെ മേൽ നേട്ടം വഹിച്ചു. റമാത്യനായ ശിമയോ മുന്തിരിത്തോട്ടങ്ങളുടെ വീഞ്ഞറകളുടെ ഭരണം നിയന്ത്രിച്ചു. ഷഫോലിയയിലെ
തോട്ടങ്ങളും അത്തിമരത്തോട്ടങ്ങളും ഗോദർക്കാരൻ ബൽഹാനിന്റെ കീഴിലായിരുന്നു. ഒലിവെണ്ണ സംഭരണശാല യോവാഷിന്റെ അധീനതയിലായിരുന്നു. ഷാരോൺ മേച്ചിൽപ്പുറങ്ങളിലെ കന്നുകാലികൾ അവിടുത്തുകാരൻ ഷിത്രയുടെ സൂക്ഷിപ്പിലായിരുന്നു. താഴ്വരയിലെ കന്നുകാലികൾ അദായിയുടെ മകൻ ഷഫാത്തിന്റെ കീഴിലും ഇസ്മായിലിയനായ ഒബിൽ ഒട്ടകങ്ങളുടെ ചുമതല വഹിച്ചു. മെറോണാത്യനായ യഹത്യ പെൺകഴുതകളുടെയും ഹഗ്രിത്യനായ യാസീസ് ആട്ടിൻപറ്റങ്ങളുടെയും സംരക്ഷണ ചുമതല വഹിച്ചു. ദാവീദ് രാജാവിന്റെ സമ്പത്തിന്റെ ചുമതല വഹിച്ചത് ഇവരാണ്. ദാവീദിന്റെ അമ്മാവനായ ജോനാഥൻ പണ്ഡിതനും നിയമജ്ഞനുമായ ഉപദേഷ്ടാവായിരുന്നു. ഇബ്നു ഹർമോനിയുടെ മകൻ യാഹോയിലും രാജകുമാരന്മാരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ നോക്കി. അഹിത്തോഫെൽ രാജാവിന്റെ ഉപദേഷ്ടാവും അർഖ്യനായ ഹുഷായി മിത്രവും ആയിരുന്നു. അഹിത്തോഫെലിനു ശേഷം ഉപദേഷ്ടാക്കളായി ബനായിയുടെ മകൻ യഹോയാദയും അബിയാഥാറും സേവനം അനുഷ്ഠിച്ചു. യോവാബ് ആയിരുന്നു സേനാനായകൻ. ദേവാലയ നിർമ്മാണത്തിന് നിർദ്ദേശങ്ങൾ. ഇസ്രായേലിലെ ഗോത്ര തലവന്മാർ, സംഘത്തലവന്മാർ, സഹസ്ര അധിപന്മാർ, ശതാധിപന്മാർ, രാജാവിന്റെയും രാജകുമാരന്മാരുടെയും സ്വത്തുക്കളുടെയും കാര്യസമ്പത്തിന്റെയും മേൽനോട്ടക്കാർ, കൊട്ടാരത്തിലെ വിചാരകന്മാർ, ധീരയോദ്ധാക്കൾ എന്നിവരെ ദാവീദ് ജെറുസലേമിൽ വിളിച്ചുകൂട്ടി. രാജാവ് അവരെ അഭിസംബോധന ചെയ്ത് പറഞ്ഞു: സഹോദരന്മാരെ, എന്റെ ജനമേ, ശ്രവിക്കുവിൻ. കർത്താവിന്റെ ഉടമ്പടിയും പേടകവും നമ്മുടെ ദൈവത്തിന്റെ പീഠവും സ്ഥാപിക്കാൻ ഒരാലയം പണിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. വേണ്ട ഒരുക്കങ്ങൾ ഞാൻ ചെയ്തു. എന്നാൽ ദൈവം എന്നോട് അരുൾ ചെയ്തു: നീ എനിക്ക് ആലയം പണിയേണ്ട. നീ എന്റെ രക്തം ഒഴുക്കിയ യോദ്ധാവാണ്. എങ്കിലും ഇസ്രായേലിൽ എന്നും രാജാവായിരിക്കുന്നതിന് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് എന്റെ പിതൃ കുടുംബത്തിൽ നിന്ന് എന്നെ തിരഞ്ഞെടുത്തു. രാജസ്ഥാനത്തിന് യുദ്ധഗോത്രത്തിൽ നിന്ന് എന്റെ പിതൃ കുടുംബത്തെയും തിരഞ്ഞെടുത്തു. എന്റെ പിതാവിന്റെ മക്കളിൽ നിന്നും ഇസ്രായേലിന്റെ രാജാവായി എന്നെ തിരഞ്ഞെടുക്കാൻ അവിടുന്ന് തീരുമാനിച്ചായി. കർത്താവ് എനിക്ക് തന്ന പുത്രന്മാരിൽ നിന്ന് അവിടുന്ന് എനിക്ക് ധാരാളം പുത്രന്മാരെ തന്നു. ഇസ്രായേലിൽ കർത്താവിന്റെ രാജസിംഹാസനത്തിൽ ഇരിക്കാൻ എന്റെ പുത്രൻ സോളമനെ അവിടുന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നു. അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു: നിന്റെ പുത്രൻ സോളമൻ എനിക്ക് ആലയവും അങ്കണങ്ങളും പണിയും. ഞാൻ അവനെ പുത്രനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ അവന് പിതാവായിരിക്കും. എന്റെ കൽപ്പനകളും ചട്ടങ്ങളും അവൻ ഇന്നത്തെ പോലെ അനുസരിക്കുന്നതിൽ ദൃഢനിശ്ചിതനായിരുന്നതിനാൽ ഞാൻ അവന്റെ രാജ്യം എന്നേക്കും സുസ്ഥിരമാക്കും. അതിനാൽ ഇസ്രായേലിന്റെ കർത്താവിന്റെ സമൂഹത്തിന് മുമ്പിൽ നമ്മുടെ ദൈവം കേൾക്കെ ഞാൻ പറയുന്നു: ഐശ്വര്യപൂർണമായ ഈ ദേശം അനുഭവിക്കാനും നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ മക്കൾ ഇതിനെ ശാശ്വതമായി അവകാശപ്പെടുത്താനും നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ എല്ലാ കൽപ്പനകളും അന്വേഷിക്കുകയും അനുസരിക്കുകയും ചെയ്യുവിൻ. മകനെ സോളമൻ, നിന്റെ പിതാവിന്റെ ദൈവത്തെ നീ അറിയുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ സമ്മതത്തോടെ അവിടുത്തെ ശുശ്രൂഷിക്കുകയും ചെയ്യുക. അവിടുന്ന് ഹൃദയങ്ങൾ പരിശോധിച്ച് എല്ലാ ആലോചനകളും വിചാരങ്ങളും മനസ്സിലാക്കുന്നു. അന്വേഷിച്ചാൽ നീ അവിടുത്തെ കണ്ടെത്തും. ഉപേക്ഷിച്ചാൽ അവിടുന്ന് നിന്നെ എന്നേക്കും പരിത്യജിക്കും. ശ്രദ്ധിക്കുക, വിശുദ്ധ മന്ദിരം പണിയാൻ അവിടുന്ന് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അചഞ്ചലനായി അത് നിവർത്തിക്കുക. പിന്നെ ദാവീദ് ദേവാലയത്തിൽ മണ്ഡപം, ഉപഗ്രഹങ്ങൾ, ഭണ്ഡാരശാലകൾ, മാളികമുറികൾ, അറകൾ, കൃപാസനഗൃഹം എന്നിവയുടെ രൂപരേഖ മകൻ സോളമനെ ഏൽപ്പിച്ചു. ദേവാലയത്തിന്റെ അങ്കണങ്ങൾ, ചുറ്റുമുള്ള മുറികൾ, ദേവാലയ ഭണ്ഡാരങ്ങൾ, അർപ്പിത വസ്തുക്കളുടെയും സംഭരണശാലകൾ തുടങ്ങിയവയുടെയും രൂപരേഖയും, പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും ഗണങ്ങൾ, ദേവാലയത്തിലെ ശുശ്രൂഷകൾ, പാത്രങ്ങൾ മുതലായവയുടെയും രൂപരേഖയും അവനെ ഏൽപ്പിച്ചു. വിവിധ ശുശ്രൂഷകൾക്ക് ഉപയോഗിക്കുന്ന പൊൻപാത്രങ്ങൾക്ക് വേണ്ട പൊന്ന്, വെള്ളിപ്പാത്രങ്ങൾക്ക് വേണ്ട വെള്ളി, സ്വർണ്ണ വിളക്കുകൾക്കും തണ്ടുകൾക്കും വേണ്ട സ്വർണം, വെള്ളി വിളക്കുകൾക്കും തണ്ടുകൾക്കും വേണ്ട വെള്ളി,
തിരുസന്നിധി തിരുസന്നിധി അപ്പത്തിന്റെ മേശയ്ക്ക് വേണ്ട പൊന്നും, വെള്ളി മേശകൾക്ക് വേണ്ട വെള്ളി, മുൾക്കരണ്ടി, പാത്രങ്ങൾ, ചഷ്കകങ്ങൾ, കോപ്പകൾ, ഇവയ്ക്ക് വേണ്ട തങ്കം, വെള്ളി പാത്രങ്ങൾക്ക് വേണ്ട വെള്ളി, ധൂപപീഠത്തിന് വേണ്ട തങ്കം, കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകത്തിന്റെ മുകളിൽ ചിറക് വിരിച്ചു നിൽക്കുന്ന കെരൂബുകളോടുകൂടിയ രഥത്തിന്റെ രൂപരേഖ, രഥത്തിന് വേണ്ട സ്വർണം എന്നിവ നൽകി. തൽസംബന്ധമായ എല്ലാ വിവരങ്ങളും കർത്താവ് തന്നെ എഴുതി ഏൽപ്പിച്ചിട്ടുള്ളതാണ്. എല്ലാ പണികളും ഇതനുസരിച്ച് തന്നെ നടത്തേണ്ടതാണ്. ദാവീദ് മകൻ സോളമനോട് പറഞ്ഞു, ശക്തനും ധീരനുമായിരുന്നു ഇത് ചെയ്യുക. ഭയമോ ശങ്കയോ വേണ്ട. എന്റെ ദൈവമായ കർത്താവ് നിന്നോടുകൂടിയുണ്ട്. കർത്താവിന്റെ ആലയത്തിൽ സകല ജോലികളും പൂർത്തിയാകുന്നത് വരെ അവിടുന്ന് നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഇതാ, ദേവാലയത്തിലെ വിവിധ ശുശ്രൂഷകൾക്ക് വേണ്ട പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും ഗണങ്ങൾ തയ്യാറായി നിൽക്കുന്നു. ഓരോ ജോലിക്കും വേണ്ട സാമർഥ്യവും സന്നദ്ധയുമുള്ള എല്ലാവരും നിന്നോടുകൂടെ ഉണ്ട്. സേവകന്മാരും ജനവും നിന്റെ ആജ്ഞാനുവർത്തികളായി നിൽക്കുന്നു. ദേവാലയ നിർമ്മിതിക്ക് കാഴ്ചകൾ. ദാവീദ് രാജാവ് സമൂഹത്തോട് പറഞ്ഞു, ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ മകൻ സോളമൻ ചെറുപ്പമാണ്, അനുഭവ സമ്പത്തില്ലാത്തവനുമാണ്. ഭാരിച്ച ജോലിയാണ് ചെയ്യാനുള്ളത്. ആലയം മനുഷ്യന് വേണ്ടിയല്ല, ദൈവമായ കർത്താവിന് വേണ്ടിയാണ്. അതിനാൽ ദേവാലയത്തിന് വേണ്ട സാമഗ്രികൾ എന്റെ കഴിവിനൊത്ത് ഞാൻ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. സ്വർണം, വെള്ളി, പിച്ചള, ഇരുമ്പ്, തടി എന്നിവയ്ക്ക് പുറമെ ഗോമോദകം, അഞ്ജന കല്ല്, പതിക്കാൻ വിവിധ വർണ്ണത്തിലുള്ള കല്ലുകൾ, എല്ലാത്തരം അമൂല്യ രത്നങ്ങൾ, വെണ്ണക്കല്ല് എന്നിങ്ങനെ ആവശ്യകമായതെല്ലാം ഞാൻ ശേഖരിച്ചിട്ടുണ്ട്. കൂടാതെ എന്റെ ദൈവത്തിന്റെ ആലയത്തോടുള്ള താല്പര്യം നിമിത്തം എന്റെ സ്വന്തം ഭണ്ഡാരത്തിൽ നിന്ന് പൊന്നും വെള്ളിയും ദേവാലയത്തിനായി ഞാൻ കൊടുത്തിരിക്കുന്നു. ഓഫ്രിൽ നിന്ന് കൊണ്ടുവന്ന 3000 താലന്ത് സ്വർണവും 7000 താലന്ത് തനി വെള്ളിയും ദേവാലയത്തിന്റെ ഭിത്തികൾ പൊതിയുന്നതിനും ചിത്രവേലകൾക്കും സ്വർണം, വെള്ളി ഉരുപ്പടികൾക്കും വേണ്ടി കൊടുത്തിരിക്കുന്നു. കർത്താവിനെ തുറന്ന് കാഴ്ച സമർപ്പിക്കാൻ ഇനി ആരുണ്ട്? ഉടനെ കുടുംബത്തലവന്മാരും ഗോത്രന്മാരും സഹസ്രാധിപന്മാരും ശതാധിപന്മാരും രാജസേവകന്മാരും സ്വപഷ്ട കാഴ്ചകൾ നൽകി. ദേവാലയത്തിന്റെ പണിക്ക് 5000 താലന്ത് സ്വർണവും 10,000 തങ്കക്കാശും 10,000 താലന്ത് വെള്ളിയും 10,000 താലന്ത് പിച്ചളയും 1,00,000 താലന്ത് ഇരുമ്പും കൊടുത്തു. അമൂല്യ രത്നങ്ങൾ കൈവശമുണ്ടായിരുന്നവർ അവ ഗർശനീയനായ യഹോയോലിന്റെ മേൽനോട്ടത്തിൽ കർത്താവിന്റെ ഭണ്ഡാരത്തിൽ സമർപ്പിച്ചു. പൂർണ്ണ ഹൃദയത്തോടെ സ്വമനസ്സ കർത്താവിന് കാഴ്ചകൾ ഉദാരമായി സമർപ്പിക്കാൻ കഴിഞ്ഞതിൽ ജനവും രാജാവും അത്യന്തികം സന്തോഷിച്ചു. എല്ലാവരുടെയും മുൻപിൽ വെച്ച് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദാവീദ് പറഞ്ഞു, ഞങ്ങളുടെ പിതാവായ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ, അങ്ങ് എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. കർത്താവേ, മഹത്വവും ശക്തിയും മഹിമയും വിജയവും ഔന്നത്യവും അങ്ങയുടേതാകുന്നു. ആകാശത്തിലും ഭൂമിയിലുമുള്ളതുമെല്ലാം അങ്ങയുടേത്. കർത്താവേ, രാജ്യം അങ്ങയുടേത്. അങ്ങ് എല്ലാറ്റിന്റെയും അധീശനായി സ്തുതിക്കപ്പെടുന്നു. സമ്പത്തും ബഹുമാനവും അങ്ങാണ് നൽകുന്നത്. അങ്ങ് സമസ്തവും ഭരിക്കുന്നു. അധികാരവും ശക്തിയും അങ്ങയ്ക്ക് അധീനമായിരിക്കുന്നു. എല്ലാവരെയും ശക്തരും ഉന്നതന്മാരുമാക്കുന്നത് അങ്ങാണ്. ഞങ്ങളുടെ ദൈവമേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുകയും അങ്ങയുടെ മഹത്വമുള്ള നാമത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. അങ്ങേക്ക് സന്മനസ്സോടെ ഇങ്ങനെ കാഴ്ചകൾ അർപ്പിക്കുന്നതിന് ഞാനും എന്റെ ജനവും ആരാണ്? സമസ്തവും അങ്ങിൽ നിന്ന് വരുന്നു. അങ്ങയുടേതിൽ നിന്നാണ് ഞങ്ങൾ നൽകിയതും. അവിടുത്തെ മുമ്പിൽ ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരെ പോലെ പരദേശികളും തൽക്കാലവാസക്കാരുമാണ്. ഭൂമിയിൽ തങ്ങളുടെ ദിനങ്ങൾ നിഴൽ പോലെയാണ്, എല്ലാ അസ്ഥിരമാകുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അവിടുത്തെ പരിശുദ്ധ നാമത്തിന് ആലയം പണിയാൻ ഞങ്ങൾ സമർത്ഥമായി സംഭരിച്ചതെല്ലാം അവിടുത്തെ കരങ്ങളിൽ നിന്നാണ്. സകലവും അങ്ങയുടേതാണ്. എന്റെ ദൈവമേ, അങ്ങ് ഹൃദയം പരിശോധിക്കുന്നവനും അതിന്റെ അർജവത്തിൽ പ്രസാദിക്കുന്നവനുമാണെന്ന് ഞാൻ അറിയുന്നു. പരമാർത്ഥതയോടും സന്തോഷത്തോടും കൂടെ ഇവയെല്ലാം ഞാൻ സമർപ്പിച്ചിരിക്കുന്നു. ഇവിടെ സന്നിഹിതരായ ജനവും തങ്ങളുടെ കാഴ്ചകൾ സന്തോഷപൂർവ്വം സമർപ്പിക്കുന്നത് ഞാൻ കണ്ടു. ഞങ്ങളുടെ പിതാക്കന്മാരായ അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും ഇസ്രായേലിന്റെയും
ദൈവമായ കർത്താവേ, ഇത്തരം വിചാരങ്ങൾ നിന്റെ ജനത്തിന്റെ ഹൃദയങ്ങളിൽ എന്നും ഉണ്ടായിരിക്കാനും അവരുടെ ഹൃദയങ്ങൾ അങ്ങിലേക്ക് തിരിയാനും ഇടയാക്കണമേ. എന്റെ മകൻ സോളമൻ അവിടുത്തെ കൽപ്പനകളും നിയമങ്ങളും ചട്ടങ്ങളും പൂർണ്ണ ഹൃദയത്തോടെ പാലിക്കാനും അവിടുത്തെ ആലയം ഞാൻ അതിനും സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് നിർമ്മിക്കാനും കൃപ നൽകണമേ. ദാവീദ് സമൂഹത്തോട് കൽപ്പിച്ചു, നമ്മുടെ ദൈവമായ കർത്താവിനെ വാഴ്ത്തുകയും ഉടനെ ജനം തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ സ്തുതിക്കുകയും കുമ്പിട്ട് ആരാധിക്കുകയും രാജാവിനോട് ആദരം പ്രകടിപ്പിക്കുകയും ചെയ്തു. പിന്നീട് അവർ കർത്താവിന് ബലികൾ അർപ്പിച്ചു. പിറ്റേ ദിവസം കർത്താവിന് ദഹന ബലിയായി 1000 കാളകളെയും 1000 മുട്ടാടുകളെയും 1000 ചെമ്മരിയാടുകളെയും പാനീയ നൈവേദ്യത്തോടുകൂടെ എല്ലാ ഇസ്രായേലർക്കും വേണ്ടി കാഴ്ചവെച്ചു. അവർ അന്ന് കർത്താവിന്റെ സന്നിധിയിൽ സന്തോഷത്തോടെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു. ദാവീദിന്റെ പുത്രനായ സോളമനെ രാജാവായി അവർ വീണ്ടും അഭിഷേകം ചെയ്തു, സദോക്കിനെ പുരോഹിതനായും. അങ്ങനെ സോളമൻ പിതാവായ ദാവീദിന് പകരം കർത്താവിന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി. അവൻ ഐശ്വര്യം പ്രാപിച്ചു. ഇസ്രായേൽ മുഴുവൻ അവനെ അനുസരിക്കുകയും ചെയ്തു. എല്ലാ നായകന്മാരും പ്രബലന്മാരും ദാവീദ് രാജാവിന്റെ മക്കളും സോളമൻ രാജാവിന് വിധേയത്വം വാഗ്ദാനം ചെയ്തു. കർത്താവ് സോളമനെ ഇസ്രായേലിന്റെ മുമ്പിൽ ഏറ്റവും കീർത്തിമാനാക്കി. മുൻഗാമികൾക്കില്ലാത്ത പ്രതാപവും അവന് നൽകി. അങ്ങനെ ജെസയുടെ മകനായ ദാവീദ് ഇസ്രായേൽ മുഴുവന്റെയും രാജാവായി വാണു. അവൻ ഇസ്രായേലിനെ 40 കൊല്ലം ഭരിച്ചു. 7 വർഷം ഹെബ്രോണിലും 30 വർഷം ജെറുസലേമിലും ആയുസ്സും ധനവും പ്രതാപവും തികഞ്ഞ വാർദ്ധക്യത്തിൽ അവൻ മരിച്ചു. മകൻ സോളമൻ പകരം രാജാവായി. ദാവീദ് രാജാവിന്റെ പ്രവർത്തനങ്ങൾ അത്യന്തം പ്രവാചകനായ നാഥാന്റെയും ദീർഘദർശികളായ സാമുവൽ, ഗാദ് എന്നിവരുടെയും ദിനവൃത്താന്ത ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ദാവീദിന്റെ ഭരണം ശക്തിയും അവനെയും ഇസ്രായേലിനെയും ചുറ്റുമുള്ള രാജ്യങ്ങളെയും സ്പർശിക്കുന്ന കാര്യങ്ങൾ ഇവയെല്ലാം ഈ രേഖകളിൽ വിവരിച്ചിരിക്കുന്നു. ദിനവൃത്താന്തം 2-ാം പുസ്തകം 1-ാം അധ്യായം. സോളമന്റെ ജ്ഞാനം. ദാവീദിന്റെ മകൻ സോളമൻ തന്റെ ആധിപത്യം ഉറപ്പിച്ചു. ദൈവമായ കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവിടുന്ന് അവന് പ്രതാപം നൽകി. സഹസ്രാധിപന്മാർ, ശതാധിപന്മാർ, ന്യായാധിപന്മാർ, കുടുംബത്തലവന്മാരായ നേതാക്കന്മാർ എന്നിവർ ഉൾപ്പെടെ ഇസ്രായേൽ ജനത്തോട് അവൻ സംസാരിച്ചു. അതിനുശേഷം അവൻ ജനത്തോടുകൂടെ ഗിബയോനിലെ ആരാധന സ്ഥലത്തേക്ക് പോയി. കർത്താവിന്റെ ദാസനായ മോശ മരുഭൂമിയിൽ വെച്ച് നിർമ്മിച്ച ദൈവത്തിന്റെ സമാഗമ കൂടാരം അവിടെയായിരുന്നു. ദൈവത്തിന്റെ പേടകം ദാവീദ് കിര്യാത്യയാരീമിൽ നിന്ന് ജെറുസലേമിൽ സജ്ജമാക്കിയിരുന്ന കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിരുന്നു. ഹുറിന്റെ പുത്രനായ ഊരിയുടെ പുത്രൻ ബസാലയിൽ ഓടുകൊണ്ട് നിർമ്മിച്ച ബലിപീഠം ഗിബയോനിലെ സമാഗമ കൂടാരത്തിന് മുമ്പിൽ ഉണ്ടായിരുന്നു. അവിടെ സോളമനും ജനവും കർത്താവിനെ ആരാധിച്ചു. സോളമൻ സമാഗമ കൂടാരത്തിനു മുൻപിലും ഓടുകൊണ്ട് നിർമ്മിച്ചതുമായ ബലിപീഠത്തെ സമീപിച്ച് 1000 ദഹന ബലി അർപ്പിച്ചു. ആ രാത്രിയിൽ ദൈവം സോളമന് പ്രത്യക്ഷനായി അരുളി ചെയ്തു, നിനക്ക് എന്തു വരമാണ് വേണ്ടത്? ചോദിച്ചു കൊള്ളുക. സോളമൻ പ്രതിവചിച്ചു, എന്റെ പിതാവായ ദാവീദിനെ അവിടുന്ന് അത്യധികം സ്നേഹിച്ചു. എന്നെ അവന്റെ പിൻഗാമിയും രാജാവുമായി നിയമിക്കുകയും ചെയ്തു. ദൈവമായ കർത്താവേ, എന്റെ പിതാവിനോട് ചെയ്ത വാഗ്ദാനം നിറവേറ്റണമേ. ഭൂമിയിലെ പൊടി പോലെ അസംഖ്യമായ ഈ ജനത്തെ ഭരിക്കാൻ എന്നെ അവിടുന്ന് രാജാവാക്കിയല്ലോ. ഈ ജനത്തെ നയിക്കാൻ ജ്ഞാനവും വിവേകവും എനിക്ക് നൽകണമേ. അവയില്ലാതെ അവിടുത്തെ ഈ വലിയ ജനതയെ ഭരിക്കാൻ ആർക്ക് കഴിയും? ദൈവം സോളമന് ഉത്തരമരുളി, കൊള്ളാം. സമ്പത്തോ ധനമോ പ്രശസ്തിയോ ശത്രു നിഗ്രഹമോ ദീർഘായുസോ പോലുമോ നീ ചോദിച്ചില്ല. ഞാൻ നിന്നെ രാജാവാക്കി നിനക്ക് അധീനമാക്കിയിരിക്കുന്ന എന്റെ ജനത്തെ ഭരിക്കാൻ ജ്ഞാനവും വിവേകവും നീ ചോദിച്ചു.
ഞാൻ നിനക്ക് ജ്ഞാനവും വിവേകവും നൽകുന്നു. കൂടാതെ നിന്റെ മുൻഗാമികളോ പിൻഗാമികളോ ആയ രാജാക്കന്മാരിൽ ആർക്കും ലഭിച്ചിട്ടില്ലാത്ത സമ്പത്തും ധനവും പ്രശസ്തിയും ഞാൻ നിനക്ക് നൽകുന്നു. സോളമന്റെ സമ്പത്ത്. സോളമൻ ഗിബിയോനിലെ ആരാധന സ്ഥലത്തെ സമാഗമ കൂടാരത്തിങ്കിൽ നിന്നും ജെറുസലേമിലേക്ക് തിരികെ പോയി. അവിടെ അവൻ ഇസ്രായേലിനെ ഭരിച്ചു. സോളമൻ 1500 രഥങ്ങളും 12,000 പേരുടെ കുതിര പട്ടാളവും ശേഖരിച്ചു. അവരെ തന്റെ ആസ്ഥാനമായ ജെറുസലേമിലും രഥങ്ങൾ സൂക്ഷിച്ചിരുന്ന നഗരങ്ങളിലും നിർത്തി. സോളമന്റെ കാലത്ത് വെള്ളിയും പൊന്നും കല്ലുപോലെയും ദേവദാരു ഷെഫോല താഴ്വയിലെ അത്തിപ്പോലെയും സുലഭമായിരുന്നു. രാജാവ് കുതിരകളെയും രഥങ്ങളെയും ഈജിപ്തിൽ നിന്ന് കുവയിൽ നിന്നും ആണ് ഇറക്കുമതി ചെയ്തിരുന്നത്. കുവയിൽ നിന്നും വർത്തകന്മാർ അവയെ വില കൊടുത്ത് ഏറ്റുവാങ്ങി. രഥമെന്ന് 600 ഷെക്കൽ വെള്ളിയും കുതിര ഒന്നിന് 150 ഷെക്കൽ വെള്ളിയുമാണ് ഈജിപ്തിലെ വില. ഇതുപോലെ അവർ ഹിത്യ രാജാക്കന്മാർക്കും സിറിയ രാജാക്കന്മാർക്കും ഇവയെ കയറ്റി അയച്ചിരുന്നു. അധ്യായം 2. ദേവാലയ നിർമ്മാണത്തിനൊരുക്കം. കർത്താവിന്റെ നാമത്തിന് ആലയവും തനിക്ക് വേണ്ടി കൊട്ടാരവും പണിയാൻ സോളമൻ തീരുമാനിച്ചു. 70,000 ചുമട്ടുകാരെയും 80,000 കല്ലുവെട്ടുകാരെയും അവരുടെ മേൽനോട്ടം വഹിക്കാൻ 3,600 പേരെയും സോളമൻ നിയമിച്ചു. ടയർ രാജാവായ ഹിരാമിന് സോളമൻ സന്ദേശം കൊടുത്തയച്ചു. എന്റെ പിതാവായ ദാവീദ് രാജാവ് കൊട്ടാരം പണിതപ്പോൾ അങ്ങാണല്ലോ ദേവദാരു നൽകിയത്. അതുപോലെ എനിക്ക് തരിക. സുഗന്ധദ്രവ്യങ്ങൾ കത്തിക്കുകയും നിരന്തരമായി തിരുസാന്നിധ്യപ്പം കാഴ്ചവെക്കുകയും ഇസ്രായേലിനെ എന്നേക്കുമായി നിശ്ചയിച്ചിരിക്കുന്ന സാപത്തിലും അമാവാസിയിലും ദയമായ കർത്താവിന്റെ ഉത്സവ ദിവസങ്ങളിലും കാലത്തും വൈകുന്നേരവും ദഹനബലി അർപ്പിക്കുകയും ചെയ്യാൻ വേണ്ടി എന്റെ ദൈവമായ കർത്താവിന് ആലയം പണിത് പ്രതിഷ്ഠിക്കുന്നതിന് ഞാൻ ഒരുങ്ങുകയാണ്. ഞങ്ങളുടെ ദൈവം സകല ദൈവന്മാരിലും ശ്രേഷ്ഠനാണ്. അതിനാൽ മഹത്തായ ഒരു ആലയം പണിയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്വർഗത്തിന് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത അവിടത്തേക്ക് ആലയം പണിയാൻ ആർക്ക് കഴിയും? സുഗന്ധദ്രവ്യങ്ങൾ അർപ്പിക്കാൻ ഒരു മന്ദിരം എന്നതിൽ കവിഞ്ഞ് അവിടത്തേക്ക് ആലയം പണിയാൻ ഞാൻ ആരാണ്? അതിനാൽ സ്വർണം, വെള്ളി, പിച്ചള, ഇരുമ്പ് ഇവ കൊണ്ടുള്ള പണിയിലും നീലം, ധൂമം, കടും ചുമപ്പ് നൂലുകളുടെ നെയ്ത്തിലും ചിത്രവേലയിലും സമർത്ഥനായ ഒരാളെ അയച്ചു തരിക. യൂദയായിലും ജെറുസലേമിലും നിന്ന് എന്റെ പിതാവ് തിരഞ്ഞെടുത്ത വിദഗ്ധ ജോലിക്കാരോടുകൂടെ അവരും ചേരട്ടെ. അതിനാൽ ലബനോനിലെ ദേവദാരുവും സരളമരവും രക്തചന്ദനവും അയച്ചു തരിക. നിന്റെ മരം വെട്ടുകാർ വളരെ സമർത്ഥരാണ് എന്ന് എനിക്കറിയാം. എന്റെ ജോലിക്കാരെയും അവരോടുകൂടെ നിർത്താം. ബൃഹത്രവും വിസ്മയനീയവുമായ ആലയമാണ് ഞാൻ പണിയാൻ ആഗ്രഹിക്കുന്നത്. അതിന് വളരെയധികം തടി ആവശ്യമുണ്ട്. നിന്റെ വേലക്കാരുടെ ആവശ്യത്തിന് 20,000 കോർ ഉമികളഞ്ഞ ഗോതമ്പും അത്രയും ബാർലിയും 20,000 ബാത്ത് വീഞ്ഞും അത്രയും എണ്ണയും ഞാൻ തരാം. ടയർ രാജാവായ ഹീരം സോളമന് മറുപടി അയച്ചു. കർത്താവ് തന്റെ ജനത്തെ സ്നേഹിക്കുന്നതിനാണ് അങ്ങയെ അവർക്ക് രാജാവായി നിയമിച്ചത്. കർത്താവിന്റെ ആലയവും രാജാവിന്റെ കൊട്ടാരവും പണിയാൻ വിവേകവും അറിവുമുള്ള ജ്ഞാനിയായ ഒരു മകനെ ദാവീദ് രാജാവിന് നൽകിയ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. ബുദ്ധിമാനും സമർത്ഥനുമായ ഹുരാംബിയെയും ഞാൻ അങ്ങോട്ട് അയക്കുന്നു. അവന്റെ അമ്മ ധാൻ ഗോത്രജയും പിതാവ് ടയർ ദേശക്കാരനുമാണ്. സ്വർണം, വെള്ളി, പിച്ചള, ഇരുമ്പ്, കല്ല്, തടി ഇവ കൊണ്ടുള്ള പണിയിലും നീലം, ദ്രുമം, കടും ചുമപ്പ് നൂലുകളും നേർത്ത ചണവും കൊണ്ടുള്ള നെയ്ത്തിലും എല്ലാത്തരം കൊത്തുപണികളിലും അവർ അതിവിദഗ്ധനാണ്. അങ്ങയുടെയും
അങ്ങയുടെ പിതാവായ ദാവീദിന്റെ കരകൗശലപ്പണിക്കാരോട് ചേർന്ന് അവനെ ഏൽപ്പിക്കുന്ന ഏത് പണിയും ചെയ്യാൻ അവൻ നിപുണനാണ്. അങ്ങ് പറഞ്ഞ ഗോതമ്പും ബാർലിയും എണ്ണയും വീഞ്ഞും ഭൃത്യന്മാർ വഴി കൊടുത്തയക്കുക. ആവശ്യമുള്ള ഇത്രയും തടി ലബനോനിൽ നിന്നും ഞങ്ങൾ വെട്ടിത്തരാം. അത് ചങ്ങാടം കെട്ടി കടൽ വഴി ജോപ്പായിൽ എത്തിക്കാം. അവിടെ നിന്ന് ജെറുസലേമിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാമല്ലോ. പിന്നീട് പിതാവായ ദാവീദിനെ പോലെ സോളമനും ഇസ്രായേൽ ദേശത്ത് പാർക്കുന്ന വിദേശികളുടെ കണക്കെടുത്തു. അവർ 1,53,600 പേരുണ്ടായിരുന്നു. അതിൽ 70,000 പേർ ചുമട്ടുകാരും 80,000 പേർ കല്ലുകൊട്ടുകാരും 3,600 പേരെ മേൽനോട്ടക്കാരുമായി നിയമിച്ചു. അധ്യായം 3. ദേവാലയ നിർമ്മാണം. ജെറുസലേമിൽ തന്റെ പിതാവായ ദാവീദിന് കർത്താവ് പ്രത്യക്ഷനായ സ്ഥലത്ത് ആലയം പണിയുവാൻ സോളമൻ ആരംഭിച്ചു. മോറിയ പർവ്വതത്തിൽ ജബസ്നായ ഒർണോനിന്റെ മുതിക്കളത്തിൽ ദാവീദ് കണ്ടുവച്ച സ്ഥാനത്ത് തന്നെയാണ് പണിതത്. ഭരണത്തിന്റെ 4-ാം വർഷം 2-ാം മാസം സോളമൻ പണി തുടങ്ങി. ദേവാലയത്തിന് അവൻ നിശ്ചയിച്ച അളവിൻ പ്രകാരം നീളം പഴയ കണക്കനുസരിച്ച് 60 മുഴവും വീതി 20 മുഴവുമായിരുന്നു. മുഖമണ്ഡപത്തിന് ആലയത്തിന്റെ വീതിക്കൊത്ത് 20 മുഴം നീളവും ഉണ്ടായിരുന്നു. ഉയരം 160 മുഴവും. അതിന്റെ അകവശം മുഴുവൻ തങ്കം കൊണ്ട് പൊതിഞ്ഞു. അതിന് സരള മരം കൊണ്ട് മച്ചിട്ടു. അത് തങ്കം കൊണ്ട് പൊതിഞ്ഞു. കനങ്ങളും ചങ്ങലകളും അതിന്മേൽ കൊത്തിവെച്ചു. ആലയം രത്നം കൊണ്ട് പർവ്വമേലെ സ്വർണം കൊണ്ടും അലങ്കരിച്ചു. തൂലങ്ങൾ, വാതിൽപ്പടികൾ, ഭിത്തി, കതകുകൾ ഇങ്ങനെ ആലയം മുഴുവൻ സ്വർണം കൊണ്ട് പൊതിഞ്ഞു. ചുവരിന്മേൽ കെരൂബുകളുടെ രൂപങ്ങളും കൊത്തിവെച്ചു. ശ്രീകോവിലും പണിതു. അതിന്റെ നീളവും വീതിയും ആലയത്തിന്റെ വീതിക്കൊത്ത് 20 മുഴം വീതിയുമായിരുന്നു. 100 താലന്ത് തനിത്തങ്കം കൊണ്ട് അത് പൊതിഞ്ഞു. അതിന്റെ അണികൾ പൊന്നുകൊണ്ടായിരുന്നു. ഓരോന്നിനും 50 ഷെക്കൽ തൂക്കം വരും. മാളിക മുറികളും പൊന്നു പതിച്ചവയായിരുന്നു. അതിവിശുദ്ധ സ്ഥലത്ത് തടി കൊണ്ട് 2 കൊരമ്പുകളെ ഉണ്ടാക്കി. അവയും തങ്കത്താൽ ആവരണം ചെയ്തു. 2 കൊരമ്പുകളുടെ ചിറകുകൾക്ക് മൊത്തം 20 മുഴം നീളമുണ്ടായിരുന്നു. ഓരോ ചിറകിനും 5 മുഴം നീളം. മധ്യത്തിലുള്ളവ രണ്ടും ഒന്നോടൊന്ന് തൊട്ടും രണ്ടറ്റത്തുമുള്ളവ ആലയത്തിന്റെ ഭിത്തിയോടും ചേർന്ന് നിന്നിരുന്നു. ചിറകുകൾ മുഴുനീളത്തിൽ വിടർത്തി കാലുകൾ നിലത്തുറപ്പിച്ച് മുഖമണ്ഡപത്തിലേക്ക് നോക്കിയാണ് കെരൂബുകൾ നിലം കൊണ്ടത്. നീലം, ദ്രുമം, കടും ചുമപ്പ് നൂലുകൾ, നേർത്ത ചണം ഇവ ഉപയോഗിച്ച് കെരൂബുകളുടെ പണിയുള്ള ഒരു തിരശ്ശീലയും നെയ്തുണ്ടാക്കി. ആലയത്തിന് മുമ്പിൽ 35 മുഴം ഉയരമുള്ള 2 സ്തംഭങ്ങൾ പണിതു. അവയ്ക്ക് മുകളിൽ 5 മുഴം വീതമുള്ള പോത്തികകളും ഉണ്ടാക്കി വെച്ചു. സ്തംഭങ്ങളുടെ മുകൾ ഭാഗം മാലക്കണ്ണികൾ കൊണ്ട് അലങ്കരിച്ചു. 100 മാതളപ്പഴങ്ങൾ ഉണ്ടാക്കി അതിനിടയിൽ കോർത്തിട്ടു. ദേവാലയത്തിന് മുമ്പിൽ ഇടതും വലതുമായ ഈ സ്തംഭങ്ങൾ സ്ഥാപിച്ചു. വലതിന് യാബീൽ എന്നും ഇടത്തേതിന് ബോവാസ് എന്നും പേര് നൽകി. അധ്യായം 4. ഞാൻ വായിച്ചോളാം ചിന്നു. ഓക്കെ. ദേവാലയ ഉപകരണങ്ങൾ. സോളമൻ രാജാവ് ഓടുകൊണ്ട് ബലിപീഠം പണിതു. അതിന്റെ നീളം 20 മുഴം, വീതി 20 മുഴം, ഉയരം 10 മുഴം. ഉരുക്കിയ ലോഹം കൊണ്ട് അവൻ വൃത്താകൃതിയിലുള്ള ഒരു ജലസംഭരണി ഉണ്ടാക്കി. അതിന്റെ വ്യാസം 10 മുഴം, ആഴം 5 മുഴം. വ്യാസം 10 മുഴം, ആഴം 5 മുഴം, ചുറ്റളവ് 30 മുഴം. അതിന് വക്കിന് താഴെ ചുറ്റും 30 മുഴം നീളത്തിൽ കായ്കൾ കൊത്തിയിട്ടുണ്ടായിരുന്നു. കായ്കൾ 2 നിരയായ ജലസംഭരണിയോടൊപ്പമാണ് വാർത്തെടുത്തത്.
12 കാളകളുടെ പുറത്ത് ജലസംഭരണി ഉറപ്പിച്ചു. കാളകൾ 3 വീതം തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും മുഖം തിരിച്ചാണ് നിൽക്കുന്നത്. അവയുടെ പിൻഭാഗം ജലസംഭരണിയിലേക്ക് തിരിഞ്ഞിരുന്നു. അതിനൊരു കൈപ്പത്തി ഘനം, അതിന്റെ വാക്ക് പാനപാത്രത്തിൻ്റെതുപോലെ ലില്ലിപ്പൂ കണക്കെ വിളഞ്ഞിരുന്നു. അതിൽ 3000 ബത്ത് വെള്ളം കൊള്ളുമായിരുന്നു. വട്ടത്തിലുള്ള 10 ക്ഷാളന പാത്രങ്ങൾ ഉണ്ടാക്കി 5 തെക്ക് വശത്തും 5 വടക്ക് വശത്തും വെച്ചു. ദഹനബലിക്കുള്ള വസ്തുക്കൾ കഴുകുവാൻ ഉപയോഗിച്ചിരുന്നു. പുരോഹിതന്മാരുടെ ഉപയോഗത്തിനായിരുന്നു ജലസംഭരണി. നിർദ്ദേശമനുസരിച്ച് 10 പൊൻവിളക്ക് കാലുകൾ നിർമ്മിച്ച് 5 വീതം ആലയത്തിൽ തെക്കും വടക്കുമായി വെച്ചു. തെക്കും വടക്കും 5 വീതം 10 പീഠങ്ങളും അവൻ ദേവാലയത്തിൽ സ്ഥാപിച്ചു. 100 സ്വർണ്ണത്താലങ്ങളും ഉണ്ടാക്കി വെച്ചു. പുരോഹിതന്മാർക്കുള്ള അങ്കണവും വലിയ അങ്കണവും പണിത് അവയുടെ വാതിലുകൾ ഓടുകൊണ്ട് പൊതിഞ്ഞു. ആലയത്തിന്റെ തെക്ക് കിഴക്കേ മൂലയിൽ ജലസംഭരണി സ്ഥാപിച്ചു. കലങ്ങൾ, കോരികകൾ, തളികകൾ ഇവയും ഉണ്ടാക്കി. അങ്ങനെ ദേവാലയത്തിന്റെ ആവശ്യത്തിലേക്കായി ചെയ്യാമെന്ന് ഹിരാം സോളമനോട് ഏറ്റിരുന്ന പണികൾ പൂർത്തിയാക്കി. 2 സ്തംഭങ്ങൾ, സ്തംഭങ്ങളുടെ മുകളിലുള്ള പോതികകളുടെ ചുറ്റുമായി കോർത്തിണക്കിയ മാലക്കണ്ണി പോലെയുള്ള ചിത്രപ്പണികൾ, സ്തംഭത്തിന്മേലുള്ള പോതികകളുടെ മകുടങ്ങൾ നിറയ്ക്കുന്നതിന് അവയ്ക്ക് ചുറ്റും 2 നിര വീതം 400 മാതളപ്പഴങ്ങൾ, 10 പീഠങ്ങളും 10 ക്ഷാളന പാത്രങ്ങളും, ജലസംഭരണികളും അതിനെ വഹിക്കുന്ന 12 കാളകളും, കലങ്ങൾ, കോരികകൾ, മുൾക്കരണ്ടികൾ തുടങ്ങി ദേവാലയത്തിന് ആവശ്യമായ ഉപകരണങ്ങളൊക്കെ മിനുക്കിയ ഓടുകൊണ്ട് നിർമ്മിച്ചു ഹൂരാമബി സോളമന് നൽകി. യോർദാൻ തടത്തിൽ സുക്കോത്തിനും സേരദായ്ക്കും മധ്യേയുള്ള കളിമൺകളത്തിൽ ഇവയെല്ലാം രാജാവ് വാർത്തെടുത്തു. സോളമൻ വളരെയധികം സാമഗ്രികൾ ഉണ്ടാക്കിയതിനാൽ അവയ്ക്ക് വേണ്ടി വന്ന ഓടിന്റെ ആകെ തൂക്കം തിട്ടപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ സോളമൻ ദേവാലയത്തിലേക്ക് ആവശ്യമായ ഉപകരണങ്ങളെല്ലാം പണിയിച്ചു. സ്വർണ്ണബലിപീഠം, തിരുസന്നിധ്യത്തിൽ വയ്ക്കാനുള്ള മേശ, നിയമപ്രകാരം ശ്രീകോവിലിൽ കത്തിക്കാനുള്ള പൊൻവിളക്കുകൾ, വിളക്കുകാലുകൾ, തങ്കം കൊണ്ടുള്ള പൂക്കൾ, വിളക്കുകൾ, ചവണങ്ങൾ, തിരിക്കത്രികകൾ, ക്ഷാളന പാത്രങ്ങൾ, ധൂപകലാശങ്ങൾ, തീക്കൊരികകൾ ഇവയും ഉണ്ടാക്കി. ശ്രീകോവിലിന്റെ വിശുദ്ധ സ്ഥലത്തിന്റെയും വാതിലുകളുടെ പാദകുടങ്ങൾ സ്വർണം കൊണ്ട് നിർമ്മിച്ചു. ദേവാലയത്തിന്റെ പണികളെല്ലാം സമാപിച്ചപ്പോൾ സോളമൻ തന്റെ പിതാവായ ദാവീദ് പ്രതിഷ്ഠിച്ചിരുന്ന വെള്ളിയും പൊന്നും മറ്റെല്ലാ ഉപകരണങ്ങളും ആലയത്തിന്റെ ഭണ്ഡാരങ്ങളിൽ നിക്ഷേപിച്ചു. കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം ദാവീദിന്റെ നഗരമായ സിയോനിൽ നിന്നുള്ള കൊണ്ടുവരുവാൻ ഇസ്രായേൽ ഗോത്രങ്ങളുടെയും കുലങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും തലവന്മാരായ നേതാക്കളെയെല്ലാം സോളമൻ ജെറുസലേമിലേക്ക് വിളിച്ചു. 7-ാം മാസത്തിലെ ഉത്സവ സമയത്ത് ഇസ്രായേൽ ജനം രാജാവിന്റെ മുമ്പിൽ സമ്മേളിച്ചു. ഇസ്രായേൽ നേതാക്കൾ എല്ലാവരും വന്നുകൂടിയപ്പോൾ ലേവ്യർ പേടകം എടുത്തു. പുരോഹിതന്മാരും ലേവ്യരും ചേർന്ന് പേടകവും സമാഗമ കൂടാരവും അതിലെ സകല വിശുദ്ധ ഉപകരണങ്ങളും ദേവാലയത്തിൽ കൊണ്ടുവന്നു. സോളമൻ രാജാവും അവിടെ കൂടിയിരുന്ന ഇസ്രായേൽ സമൂഹവും പേടകത്തിന് മുമ്പിൽ അസംഖ്യം ആടുകളെയും കാളകളെയും ബലിയർപ്പിച്ചു. അതിനുശേഷം പുരോഹിതന്മാർ ഉടമ്പടിയുടെ പേടകം അതിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുപോയി. ആലയത്തിന്റെ അന്തർമന്ദിരങ്ങളിൽ അതിവിശുദ്ധ സ്ഥലത്ത് കെരൂബുകളുടെ ചിറകിൽ കീഴിൽ പ്രതിഷ്ഠിച്ചു. കെരൂബുകൾ പേടകത്തിന് മുകളിൽ ചിറകുപിടത്തിൽ നിന്നിരുന്നതിനാൽ അവ പേടകത്തെയും അതിന്റെ തണ്ടുകളെയും മൂടിയിരുന്നു. തണ്ടുകൾക്ക് നീളമുണ്ടായിരുന്നതിനാൽ ശ്രീകോവിലിന് സമീപമുള്ള വിശുദ്ധ സ്ഥലത്ത് നിന്നാൽ അവയുടെ അഗ്രം കാണാമായിരുന്നു. എങ്കിലും പുറമേ നിന്ന് ദൃശ്യമായിരുന്നില്ല. ഇന്നും അവ അവിടെയുണ്ട്. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു വന്നപ്പോൾ കർത്താവ് അവരുമായി ഉടമ്പടി ചെയ്ത ഹെറോബിൽ വെച്ച് മോശ പേടകത്തിനെ നിക്ഷേപിച്ച 2 കൽപ്പലകയല്ലാതെ മറ്റൊന്നും അതിലുണ്ടായിരുന്നില്ല. അവിടെ കൂടിയിരുന്ന എല്ലാ പുരോഹിതന്മാരും ഗുണഭേദമന്യേ തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. പുരോഹിതന്മാർ വിശുദ്ധ സ്ഥലത്തു നിന്ന് പുറത്തു വന്നപ്പോൾ ആസാഫ്, ഹേമാൻ, യദൂദൻ എന്നിവരും അവരുടെ പുത്രന്മാരും ബന്ധുക്കളുമായി സംഗീതജ്ഞരായ ലേവ്യരെയൊക്കെ ചണവസ്ത്രം ധരിച്ച് കൈത്താളങ്ങളും വീണകളും കിന്നരങ്ങളും പിടിച്ച് ബലിപീഠത്തിന് കിഴക്കുവശത്ത് കാഹളം ഊതിക്കൊണ്ടിരുന്ന 120 പുരോഹിതന്മാരോട് ചേർന്ന് നിന്നു. കാഹളമൂത്തുകാരും നായകരും ഒത്തൊരുമിച്ച് ഏകസ്വരത്തിൽ കർത്താവിന് കൃതജ്ഞതാസ്തോത്രങ്ങൾ ആലപിച്ചു. കാഹളം, കൈത്താളം, മറ്റു സംഗീതോപകരണങ്ങൾ എന്നിവയുടെ അകമ്പടിയോടുകൂടെ അവർ കർത്താവിനെ സ്തുതിച്ചു പാടി. അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കൃപ എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിന്റെ ആലയത്തിൽ ഒരു മേഘം വന്നു നിറഞ്ഞു. ദേവാലയത്തിൽ കർത്താവിന്റെ തേജസ് നിറഞ്ഞു നിന്നതിനാൽ പുരോഹിതന്മാർക്ക് അവിടെ നിന്ന് ശുശ്രൂഷ തുടരുവാൻ സാധിച്ചില്ല. സോളമന്റെ പ്രാർത്ഥന. സോളമൻ പറഞ്ഞു,
താൻ കൂരിരുട്ടിൽ വസിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്തിട്ടുണ്ടെങ്കിലും ഞാനിത് അവിടത്തേക്ക് എന്നേക്കും വസിക്കാൻ അതിമഹത്തായ ഒരു ആലയം പണിതിരിക്കുന്നു. ഇസ്രായേൽ ജനമൊക്കെയും അവിടെ കൂടി നിന്നിരുന്നു. രാജാവ് സഭയെ ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ പിതാവായ ദാവീദിന് നൽകിയ വാഗ്ദാനം നിറവേറ്റിയ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടുന്നവൻ. അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടായിരുന്നു, ഈജിപ്തിൽ നിന്ന് എന്റെ ജനത്തെ കൊണ്ടുവന്ന നാൾ മുതൽ ഇസ്രായേൽ ഗോത്രങ്ങളിലെ ഒരു പട്ടണവും എന്റെ നാമത്തിൽ ഒരാലയം പണിയുവാൻ ഞാൻ തിരഞ്ഞെടുത്തില്ല. എന്റെ ജനമായ ഇസ്രായേലിന് അധിപനെ ആരെയും നിയമിച്ചതുമില്ല. എന്നാൽ ഇത് എന്റെ നാമം നിലനിർത്തുവാൻ ഞാൻ ജെറുസലേം തിരിച്ചെടുത്തിരിക്കുന്നു. എന്റെ ജനമായ ഇസ്രായേൽ അധിപനായ ദാവീദിനെ നിയമിച്ചിരിക്കുന്നു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ ഒരാലയം പണിയുക എന്നത് എന്റെ പിതാവായ ദാവീദിന്റെ ഹൃദയാഭിലാഷമായിരുന്നു. എന്നാൽ കർത്താവ് എന്റെ പിതാവായ ദാവീദിനോട് അരുളി ചെയ്തു, എന്റെ നാമത്തിൽ ഒരു ആലയം പണിയാൻ നീ ആഗ്രഹിച്ചല്ലോ, നല്ലത് തന്നെ. എന്നാൽ നീ ആലയം പണിയുകയില്ല. നിനക്ക് ജനിക്കാനിരിക്കുന്ന നിന്റെ മകനായിരിക്കും എന്റെ നാമത്തിൽ ആലയം പണിയുക. കർത്താവ് തന്റെ വാഗ്ദാനം ഇതാ നിറവേറ്റിയിരിക്കുന്നു. അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് എന്റെ പിതാവായ ദാവീദിന്റെ സ്ഥാനത്ത് ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ ഞാൻ ഉപവിഷ്ടനായിരിക്കുന്നു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ ഞാൻ ആലയം പണിതിരിക്കുന്നു. ദൈവം ഇസ്രായേലുമായി ചെയ്ത ഉടമ്പടിയുടെ പേടകവും അതിനുള്ളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. സോളമൻ ഇസ്രായേൽ സമൂഹത്തിന്റെ സാന്നിധ്യത്തിൽ കർത്താവിന്റെ ബലിപീഠത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് കൈകൾ വിരിച്ചു പിടിച്ചു. അങ്കണത്തിൽ 5 മുഴം നീളവും 5 മുഴം വീതിയും 3 മുഴം ഉയരവുമുള്ള ഒരു പീഠം ഓടുകൊണ്ട് ഒരുക്കിയിരുന്നു. അതിന്റെ മുകളിലാണ് അവൻ നിന്നത്. ഇസ്രായേൽ സമൂഹത്തിന്റെ സാന്നിധ്യത്തിൽ മുട്ടുകുത്തി സ്വർഗത്തിലേക്ക് കൈകൾ ഉയർത്തി അവൻ പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ, സ്വർഗത്തിലും ഭൂമിയിലും അങ്ങേക്ക് തുല്യനായ വേറൊരു ദൈവമില്ല. പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയുടെ മുൻപാകെ വ്യാപരിക്കുന്ന അവിടുത്തെ ദാസന്മാരോട് അവിടുന്ന് കൃപ കാണിക്കുകയും ഉടമ്പടി പാലിക്കുകയും ചെയ്യുന്നു. എന്റെ പിതാവായ അവിടുത്തെ ദാസൻ ദാവീദിനോട് അവിടുന്ന് അരുളി ചെയ്യുക പ്രകാരം പ്രവർത്തിച്ചിരിക്കുന്നു. അവിടുന്ന് അതിരം കൊണ്ട് അരുളിയത് ഇന്ന് കരം കൊണ്ട് നിവർത്തിച്ചിരിക്കുന്നു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ, നീ എന്റെ മുൻപാകെ ജീവിച്ചതുപോലെ എന്റെ നിയമം അനുസരിച്ച് നിന്റെ മക്കൾ നേരായ മാർഗത്തിലൂടെ ചരിച്ചാൽ ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ വാഴാൻ നിനക്കാളില്ലാതെ വരികയില്ല. എന്നിങ്ങനെ അവിടുത്തെ ദാസനായ എന്റെ പിതാവ് ദാവീദിനോട് അവിടെ ചെയ്ത വാഗ്ദാനം ഇപ്പോൾ നിവർത്തിച്ചാലും ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ, അവിടുത്തെ ദാസനായ ദാവീദിനോട് അരുളി ചെയ്ത വചനങ്ങൾ സ്വീകരിക്കണമേ. എന്നാൽ ദൈവം മനുഷ്യനോടൊത്ത് ഭൂമിയിൽ വസിക്കുവോ, സ്വർഗവും സ്വർഗങ്ങളും അവിടത്തേക്ക് മതിയാകിയില്ല. പിന്നെ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയം എന്തുണ്ട്? എങ്കിലും എന്റെ ദൈവമായ കർത്താവേ, എന്റെ നിലവിളി കേൾക്കണമേ. അവിടുത്തെ ദാസർ പ്രാർത്ഥനയും അപേക്ഷയും സ്വീകരിക്കണമേ. കണ്ണു തുറന്ന ആലയത്തെ രാപകൽ കടാക്ഷിക്കണമേ. അങ്ങയുടെ ദാസന്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് ഈ സ്ഥലത്ത് അങ്ങയുടെ നാമം സ്ഥാപിക്കുമെന്ന് അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങയുടെ ജനമായ ഇസ്രായേലും ഈ ദാസനും ഈ ആലയത്തിലേക്ക് തിരിഞ്ഞ് അങ്ങയോട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും അങ്ങയുടെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കേൾക്കുകയും ഞങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യണമേ. ഒരുവൻ അയൽക്കാരനോട് ദ്രോഹം ചെയ്ത ആരോപണം ഉണ്ടാവുകയും അവനെ സത്യം ചൊല്ലിക്കുവാനായി ഈ ആലയത്തിൽ കൊണ്ടുവരികയും അവിടുത്തെ ബലിപീഠത്തിന് മുമ്പിൽ അവൻ സത്യം ചെയ്യുകയും ചെയ്യുമ്പോൾ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ശ്രദ്ധിച്ച് അവിടുത്തെ ദാസരെ ന്യായം വിധിക്കണമേ. കുറ്റക്കാരൻ അവന്റെ പ്രവർത്തിക്കൊത്തം നീതിമാൻ അവന്റെ നീതിക്കനുസരിച്ചും പ്രതിഫലം നൽകണമേ. അങ്ങേ ജനമായ ഇസ്രായേൽ അങ്ങയുടെ എതിർത്ത് പാപം ചെയ്യുമ്പോൾ അവർ ശത്രുക്കളാൽ തോൽപ്പിക്കപ്പെടുകയും ആ സമയം പശ്ചാത്തപിച്ച് അങ്ങയുടെ നാമത്തെ ഏറ്റുപറയുകയും ഈ ആലയത്തിൽ അങ്ങയോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് കേൾക്കണമേ. അവിടുത്തെ ജനമായ ഇസ്രായേലിന്റെ പാപം ക്ഷമിച്ച് അവർക്കും അവരുടെ പിതാക്കന്മാർക്കുമായി അവിടുന്ന് നൽകിയ ദേശത്തേക്ക് അവരെ തിരികെ വരുത്തണമേ. അവിടുത്തെ ജനമായ ഇസ്രായേൽ അങ്ങയുടെ പാപം ചെയ്തിട്ട് അവിടുന്ന് അവർക്ക് മഴ തടയുമ്പോൾ അവർ തങ്ങളുടെ പാപത്തിൽ പിന്തിരിഞ്ഞ് അവിടുത്തെ നാമം ഏറ്റുപറയുകയും ഈ ആലയത്തിലേക്ക് നോക്കി വിളിച്ചപേക്ഷിക്കുകയും ചെയ്താൽ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് കേട്ട അവരുടെ പാപം ക്ഷമിക്കണമേ. അവർ നടക്കേണ്ട നീതിമാർഗം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണമേ. അവിടുന്ന് അവർക്ക് അവകാശമായി നൽകിയ ദേശത്ത് മഴ നൽകി അനുഗ്രഹിക്കണമേ. ദേശത്ത് ക്ഷാമമോ സാംക്രമിക രോഗമോ മഹാമാരി, വിഷമഞ്ഞ്, വെട്ടുകിളി, കിടബാധ മുതലായുള്ള കൃഷിനാശമോ മറ്റു പീഡകളോ ഉണ്ടാകുമ്പോഴും ശത്രുക്കളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുമ്പോഴും അവിടുത്തെ ജനമായ ഇസ്രായേൽ ഒന്നടങ്കമോ വ്യക്തികളായോ തങ്ങളുടെ സങ്കടത്തിൽ അങ്ങയോട് നിലവിളിക്കുമ്പോൾ ഈ ആലയത്തിലേക്ക് കൈകൾ നീട്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കേൾക്കണമേ. അവരോട് ക്ഷമിക്കുകയും ഓരോരുത്തരുടെയും ഹൃദയം അറിയുന്ന അങ്ങ് അവരുടെ പ്രവർത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകുകയും ചെയ്യണമേ. മനുഷ്യരുടെ ഹൃദയങ്ങളെ ശരിയായി അറിയുന്ന അവിടുന്ന് മാത്രമാണല്ലോ.
അവർ അവിടുത്തെ ഭയപ്പെടുകയും അവിടുന്ന് ഞങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ ഈ ദേശത്ത് അവർ ജീവിച്ചിരിക്കുന്ന നാളെല്ലാം അവിടുത്തെ വഴിയിൽ നടക്കുകയും ചെയ്യട്ടെ. അതുപോലെ തന്നെ അവിടുത്തെ ജനമായ ഇസ്രായേലരിൽ ഉൾപ്പെടാത്ത ഒരു വിദേശി അവിടുത്തെ ശക്തമായ കരത്തിന്റെ പ്രവർത്തനങ്ങളെ കേട്ട് അങ്ങയെ തേടി വിദൂരത്തു നിന്ന് ഈ ആലയത്തിങ്കൽ വന്ന് പ്രാർത്ഥിച്ചാൽ അവിടുത്തെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവന്റെ അപേക്ഷകളെല്ലാം സഹായിച്ചു കൊടുക്കണമേ. അങ്ങനെ ഭൂമിയിലെ സകല ജനതകളും അവിടുത്തെ ജനമായ ഇസ്രായേലിനെ പോലെ അങ്ങയുടെ നാമം അറിയാനും അവിടുത്തെ ഭയപ്പെടാനും ഇടയാകട്ടെ. ഞാൻ പണിതിരിക്കുന്ന ഈ ആലയം അങ്ങയുടെ നാമത്തിലാണെന്ന് അവർ അറിയുകയും ചെയ്യട്ടെ. അങ്ങയുടെ ജനം അങ്ങ് അയക്കുന്ന വഴിയിലൂടെ ശത്രുക്കൾക്കെതിരെ യുദ്ധത്തിൽ നിന്ന് പോകുമ്പോൾ അങ്ങ് തിരഞ്ഞെടുക്കുന്ന ഈ നഗരത്തിനും ഞാൻ അങ്ങയുടെ ഈ നാമത്തിനും പണിതിരിക്കുന്ന ഈ ആലയത്തിനും അഭിമുഖമായി നിന്ന് പ്രാർത്ഥിച്ചാൽ അങ്ങ് സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിച്ച് അവരെ വിജയത്തിലേക്ക് നയിക്കണമേ. അവർ അങ്ങേക്കെതിരെ പാപം ചെയ്യുകയും പാപം ചെയ്യാത്ത മനുഷ്യരിലല്ലോ അവിടുന്ന് കോപിച്ച് അവരെ ശത്രുകരങ്ങളിൽ ഏൽപ്പിക്കുകയും ശത്രുക്കൾ അവരെ സമീപത്തോളം വിദൂരത്തോളം ഉദ്ദേശത്ത് തടവുകാരാക്കുകയും കൊണ്ടുപോവുകയും ആ പ്രവാസദേശത്ത് വെച്ച് അവർ ഹൃദയപൂർവ്വം പശ്ചാത്തപിക്കുകയും ഞങ്ങൾ പാപം ചെയ്തു പോയി അനീതിയും ആക്രമവും പ്രവർത്തിച്ചു എനിക്ക് എന്നേറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്താൽ ആ ദേശത്ത് വെച്ച് അവർ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അനുദപിച്ച് അങ്ങ് അവരുടെ പിതാക്കന്മാർക്ക് നൽകിയ ദേശത്തേക്കും അവിടുന്ന് തെരഞ്ഞെടുത്ത ഈ നഗരത്തിലേക്കും അങ്ങയുടെ നാമത്തിന് ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിങ്കിലേക്കും തിരിഞ്ഞ് പ്രാർത്ഥിച്ചാൽ അങ്ങയുടെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിച്ച് അങ്ങേക്കെതിരായി പാപം ചെയ്ത് അങ്ങയുടെ ജനത്തോട് ക്ഷമിക്കുകയും അവരെ മോചിപ്പിക്കുകയും ചെയ്യണമേ. എന്റെ ദൈവമേ, ഇവിടെ വെച്ച് അർപ്പിക്കുന്ന ഈ പ്രാർത്ഥന ശ്രവിച്ച് ഞങ്ങളെ കടാക്ഷിക്കണമേ. ദൈവമായ കർത്താവ്, അങ്ങേ ശക്തിയുടെ പേടകത്തോടൊപ്പം അങ്ങയുടെ വിശ്രമ സ്ഥലത്തേക്ക് വരണമേ. ദൈവമായ കർത്താവെ, അങ്ങയുടെ പുരോഹിതന്മാരെ രക്ഷയുടെ അങ്കി അണിയിക്കണമേ. അങ്ങയുടെ വിശുദ്ധന്മാർ അങ്ങയുടെ നന്മയിൽ സന്തോഷിക്കാൻ ഇടയാകണമേ. ദൈവമായ കർത്താവെ, അങ്ങയുടെ അഭിഷിക്തനിൽ നിന്ന് മുഖം ധരിക്കരുതേ. അങ്ങയുടെ ദാസനായ ദാവീദിനോടുള്ള അങ്ങയുടെ അനശ്വര സ്നേഹം ഓർക്കണമേ. ദേവാലയ പ്രതിഷ്ഠ. സോളമൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ദഹനബലി വസ്തുവും മറ്റു വസ്തുക്കളും ദഹിപ്പിച്ചു. കർത്താവിന്റെ മഹത്വം ദേവാലയത്തിൽ നിറഞ്ഞു. കർത്താവിന്റെ തേജസ് ദേവാലയത്തിൽ നിറഞ്ഞു എന്നതിനാൽ പുരോഹിതന്മാർക്ക് അവിടെ പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല. അഗ്നി താഴേക്ക് വരുന്നതും ആലയത്തിൽ കർത്താവിന്റെ മഹത്വം നിറയുന്നതും കണ്ട് ഇസ്രായേൽ ജനം സാഷ്ടാംഗം പ്രണമിച്ച് അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ സ്നേഹം ശാശ്വതമാണ് എന്ന് പറഞ്ഞ് കർത്താവിനെ സ്തുതിച്ചു. തുടർന്ന് രാജാവും ജനവും ചേർന്ന് കർത്താവിന് ബലിയർപ്പിച്ചു. സോളമൻ രാജാവ് 25,000 കാളകളെയും 1,20,000 ആടുകളെയും ബലിയർപ്പിച്ചു. അങ്ങനെ രാജാവും ജനവും ചേർന്ന് ദേവാലയ പ്രതിഷ്ഠ നടത്തി. പുരോഹിതന്മാർ തങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്ന് കർത്താവിന് സ്തുതി പാടുവാൻ ദാവീദ് രാജാവ് നിർമ്മിച്ച സംഗീതോപകരണങ്ങളുമായ ലേവ്യർ അവർക്ക് അഭിമുഖമായി നിന്നു. ദാവീദ് നിർദ്ദേശിച്ചിരുന്ന പോലെ കർത്താവിന്റെ കൃപ ശാശ്വതമാണ് എന്ന് പാടി അവിടുത്തെ സ്തുതിച്ചു. അപ്പോൾ പുരോഹിതന്മാർ കാവളം മൂതി ജനം എഴുന്നേറ്റ് നിന്നു. സോളമൻ ദേവാലയത്തിന് മുമ്പുള്ള അങ്കണത്തിന്റെ മധ്യഭാഗം വിശുദ്ധീകരിച്ച് അവിടെ ദഹന ബലിയും സമാധാന ബലിക്കുള്ള മേധസ്സും അർപ്പിച്ചു. കാരണം സോളമൻ ഓടുകൊണ്ട് നിർമ്മിച്ച ബലിപീഠത്തിന് ഈ ദഹനബലിയും ധാന്യബലിയും മേധസ്സും അർപ്പിക്കാൻ മാത്രം അല്പം ഉണ്ടായിരുന്നില്ല. സോളമൻ 7 ദിവസം ഉത്സവമായി ആചരിച്ചു. ഹമാത്തിന്റെ അതിർത്തി മുതൽ ഈജിപ്ത് വരെയുള്ള എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഇസ്രായേലരുടെ ഒരു വലിയ സംഘം അതിൽ പങ്കെടുത്തു. ബലിപീഠ പ്രതിഷ്ഠയുടെ ഉത്സവം 7 ദിവസം നീണ്ടു. 8-ാം ദിവസം സമാപന സമ്മേളനം നടത്തി. 7-ാം മാസം 23-ാം ദിവസം സോളമൻ ജനത്തെ ഭവനങ്ങളിലേക്ക് തിരികെ അയച്ചു. ദാവീദിനും സോളമനും തന്റെ ജനമായ ഇസ്രായേലിന് കർത്താവ് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ആഹ്ലാദഭരിതരായി അവർ മടങ്ങിപ്പോയി. സോളമൻ ദേവാലയവും രാജകൊട്ടാരവും പണിയിച്ചു. ദേവാലയത്തിനും തന്റെ കൊട്ടാരത്തിനും വേണമെന്ന് താൻ ആഗ്രഹിച്ചല്ല സോളമൻ വിജയകരമായി പൂർത്തിയാക്കി. രാത്രി കർത്താവ് സോളമന് പ്രത്യക്ഷനായി പറഞ്ഞു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. എനിക്ക് ബലിയർപ്പിക്കാനുള്ള ആലയമായി ഈ സ്ഥലം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ മഴ തോരാതെ ആകാശം അടയ്ക്കുകയോ ദേശത്തെ കൃഷി നശിപ്പിക്കുവാൻ വെട്ടുകിളിയെ നിയോഗിക്കുകയോ എന്റെ ജനത്തിനിടയിൽ മഹാമാരി അയക്കുകയോ ചെയ്യുമ്പോൾ എന്റെ നാമം പറഞ്ഞ് എന്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരികുകയും ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവയുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യും. ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എന്റെ കണ്ണും കാതും ജാഗരൂകരമായിരിക്കും. എന്റെ നാമം ഇവിടെ എന്നേക്കും നിലനിൽക്കേണ്ടതിനാൽ ഞാൻ ഈ ആലയം തിരഞ്ഞെടുത്തു വിശദീകരിച്ചിരിക്കുന്നതിനാൽ എന്റെ ഹൃദയപൂർവമായ കടാക്ഷം സദാ ഇതിന്മേൽ ഉണ്ടായിരിക്കും. നിന്റെ പിതാവായ ദാവീദിനെ പോലും നീയും എന്റെ കൽപ്പനകൾ ആചരിച്ച്
എൻ്റെ പ്രമാണങ്ങളും നിയമങ്ങളും പാലിച്ച് എൻ്റെ മുമ്പാകെ നടക്കുമെങ്കിൽ ഞാൻ എൻ്റെ സ്വർഗീയ രാജാവിൻ്റെ ഞാൻ നിന്റെ രാജകീയ സിംഹാസനം സുസ്ഥിരമാക്കും. നിന്റെ പിതാവായ ദാവീദുമായി ചെയ്ത ഉടമ്പടി അനുസരിച്ച് ഇസ്രായേലിനെ ഭരിക്കാൻ നിനക്കൊരു സന്തതി ഇല്ലാതെ പോവുകയില്ല. എന്നാൽ നീ മറുതലിച്ച് ഞാൻ നിനക്ക് നൽകിയ കൽപ്പനകളും പ്രമാണങ്ങളും ധരിച്ച് അന്യദേവന്മാരെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്താൽ ഞാൻ നിനക്ക് തന്ന ഈ ദേശത്തു നിന്ന് നിന്നെ പിഴുതെറിയും. എന്റെ നാമത്തിന് പ്രതിഷ്ഠിച്ച ഈ ആലയം നീക്കിക്കളയും. സകല മനുഷ്യരുടെയും ഇടയിൽ ഇതൊരു പഴഞ്ചൊല്ലും പരിഹാസ വിഷയമാക്കി തീർക്കും. വഴിപോക്കർ മഹത്തായ ഈ ആലയം കാണുമ്പോൾ കർത്താവ് ഈ നഗരത്തോടും ഈ ആലയത്തോടും ഇങ്ങനെ ചെയ്തതെന്ന് അനുഭവപ്പെടും. തങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച ദൈവമായ കർത്താവിനെ ഉപേക്ഷിച്ച് അന്യദേവന്മാരെ സ്വീകരിച്ച് അവനെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തതിനാൽ അവിടുന്ന് അനർത്ഥമൊക്കെയും അവർക്ക് വരുത്തി എന്ന് അവർ പറയും. രണ്ടാമത്തെയും സോളമന്റെ നേട്ടങ്ങൾ. ദേവാലയവും കൊട്ടാരം പണിയാൻ സോളമന് 20 വർഷത്തോളം വേണ്ടി വന്നു. പിന്നീട് സോളമൻ ഹിരാമിൽ നിന്ന് ലഭിച്ച പട്ടണങ്ങൾ പുതുക്കി പണിതു. ഇസ്രായേലെ അവിടെ വസിപ്പിച്ചു. അതിനുശേഷം സോളമൻ ഹമാത്ത് സോബ പിടിച്ചടക്കി. മരുഭൂമിയിൽ തദ്മോറും ഹമാത്തിൽ സംഭരണ നഗരങ്ങളും പണികഴിച്ചു. കൂടാതെ മതിലും കവാടങ്ങളും ഓടാമ്പലുകളും കൊണ്ട് സുരക്ഷിതമായ ഉത്തര ദക്ഷിണ ബത്ഹ്റോൻ നഗരങ്ങൾ, ബലാത്ത്, സളമൻ ഉണ്ടായിരുന്ന സംഭരണ നഗരങ്ങൾ, രഥങ്ങൾക്കും കുതിരച്ചേവർക്കുമുള്ള നഗരങ്ങൾ, ഇങ്ങനെ ജെറുസലേമിലും ലെബനോനിലും തന്റെ ആധിപത്യത്തിലുള്ള ദേശങ്ങളിലൊക്കെയും ആഗ്രഹിച്ചതെല്ലാം അവൻ പണിതു. ഇസ്രായേലില്ലാത്ത ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവ്യർ, ജബുസ്യർ എന്നിങ്ങനെ ദേശത്ത് ശേഷിച്ചിരുന്നവരെ സോളമൻ ദാസ്യവൃത്തിക്ക് നിയോഗിച്ചു. അവർ ഇന്നും അങ്ങനെ തുടരുന്നു. എന്നാൽ ഇസ്രായേലരെ സോളമൻ അടിമവേലയ്ക്ക് ഏർപ്പെടുത്തിയില്ല. അവരെ പടയാളികളായും പടത്തലവന്മാരെയും രഥങ്ങളുടെയും കുതിരകളുടെയും അധിപതികളായും നിയമിച്ചു. സോളമൻ രാജാവിന്റെ പ്രധാന സേവകന്മാരായി. ജനത്തിന്റെ മേൽനോട്ടം വഹിച്ചിരുന്നവർ 250 പേരുണ്ടായിരുന്നു. കർത്താവിന്റെ പേടകം ഇരിക്കുന്നിടം വിശുദ്ധമാണ്. ആകയാൽ ഫറവോയുടെ മകളായ എൻ്റെ ഭാര്യ ഇസ്രായേൽ രാജാവായ ദാവീദിന്റെ കൊട്ടാരത്തിൽ വസിച്ചുകൂടാ എന്ന് പറഞ്ഞ് സോളമൻ അവളെ അവിടെ നിന്ന് കൊണ്ടുപോയി അവൾക്കായി പണിത കൊട്ടാരത്തിൽ പാർപ്പിച്ചു. ദേവാലയ പൂമുഖത്തിന്റെ മുമ്പിൽ താൻ പണിയിച്ച കർത്താവിന്റെ ബലിപീഠത്തിന്മേൽ മോശയുടെ കൽപ്പന അനുസരിച്ച് സാബത്ത്, അമാവാസി എന്നീ ദിവസങ്ങളിലും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ, വരോത്സവം, കൂടാരത്തിരുനാൾ എന്നീ 3 വാർഷികോത്സവങ്ങളിലും അതത് ദിവസത്തെ വിധി അനുസരിച്ച് സോളമൻ ദൈവത്തിന് ദഹനബലികൾ അർപ്പിച്ചു. തന്റെ പിതാവായ ദാവീദ് നിർദ്ദേശിച്ചിരുന്നത് പോലെ പുരോഹിതന്മാരെ ഗണം തിരിച്ച് അതത് ശുശ്രൂഷിക്കാൻ നിയോഗിച്ചു. സ്തുതിഗീതം ആലപിക്കാനും പുരോഹിതന്മാരെ സഹായിക്കാനുമായി ലേവ്യരെ ഓരോ ദിവസത്തെ ക്രമം അനുസരിച്ച് നിയമിച്ചു. കൂടാതെ ഓരോ വാതിലിലും കാവൽക്കാരെ നിയോഗിച്ചു. ദൈവപുരുഷനായ ദാവീദ് ഇങ്ങനെയെല്ലാം കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഭണ്ഡാരത്തിന്റെ കാര്യത്തിലോ മറ്റേതെങ്കിലും കാര്യത്തിലോ പുരോഹിതന്മാരും ലേവ്യരും രാജകൽപ്പന ധിക്കരിച്ചില്ല. ദേവാലയത്തിന്റെ അടിസ്ഥാനമിട്ടത് മുതൽ പൂർത്തീകരിക്കുന്നത് വരെയുള്ള സകല പണികളും സമാപിച്ചു. അങ്ങനെ ദേവാലയം പൂർത്തിയാക്കി. പിന്നീട് സോളമന് ഏദോം ദേശത്തെ എസിയോൻ, ഗബേർ, എലോത്ത് എന്നീ തുറമുഖ നഗരങ്ങളിലേക്ക് പോയി. ഹീരാം സ്വന്തം സേവകരുടെ നേതൃത്വത്തിൽ സോളമന് കപ്പലുകൾ അയച്ചു കൊടുത്തു. ഒപ്പം പരിചയസമ്പന്നരായ നാവികരെയും അവർ സോളമന്റെ ഭൃത്യന്മാരുടെ കൂടെ ഒഫീറിലേക്ക് പോയി. അവിടെ നിന്ന് അവർ 450 താലന്ത് സ്വർണം സോളമൻ രാജാവിന് കൊണ്ടുവന്ന് കൊടുത്തു. ഷേബാരാജ്ഞിയുടെ സന്ദർശനം. ഷേബാരാജ്ഞി സോളമന്റെ പ്രശസ്തിയെ കുറിച്ച് കേട്ട് കുടുക്കു ചോദ്യങ്ങളാൽ അവനെ പരീക്ഷിക്കാൻ ജെറുസലേമിലേക്ക് വന്നു. സുഗന്ധദ്രവ്യങ്ങൾ, ഏറെ സ്വർണം, രത്നം എന്നിവയുമായി അനേകം ഒട്ടകങ്ങളും ഒരു വലിയ പരിവാരവുമായിട്ടാണ് വന്നത്. സോളമനെ കണ്ടപ്പോൾ മനസ്സിൽ കരുതിയിരുന്ന ചോദ്യങ്ങളെല്ലാം ചോദിച്ചു. സോളമൻ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകാനാവാത്ത വിധം ഒന്നും അവന് അജ്ഞാതമായിരുന്നില്ല. സോളമന്റെ ജ്ഞാനവും അവൻ പണിത കൊട്ടാരവും അവന്റെ മേശയിലെ വിഭവങ്ങളും സേവകന്മാരുടെ പീഡകളും ഭൃത്യന്മാരുടെ പരിചരണവും വേഷവിധാനങ്ങളും പാനപാത്രവാഹകരും അവരുടെ ചമയങ്ങളും ദേവാലയത്തിൽ അവൻ അർപ്പിച്ച ദഹനബലികളും കണ്ട് ഷേബാരാജ്ഞി അവൾ രാജാവിനോട് പറഞ്ഞു, ഞാൻ എൻ്റെ നാട്ടിൽ വെച്ച് അങ്ങയെയും അങ്ങയുടെ ജ്ഞാനത്തെയും കുറിച്ച് കേട്ടതെല്ലാം വാസ്തവമാണ്. ഇവിടെ വന്ന് സ്വന്തം കണ്ണുകൊണ്ട് കാണുന്നത് വരെ ഞാൻ അവ വിശ്വസിച്ചിരുന്നില്ല. അങ്ങയുടെ ജ്ഞാനത്തിന്റെ മഹാത്മ്യത്തിൽ പകുതി പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ കേട്ടതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠനാണ്. അങ്ങയുടെ ഭാര്യമാർ എത്ര ഭാഗ്യവതികൾ. സദാ അങ്ങയെ പരിചരിക്കുകയും അങ്ങയുടെ ജ്ഞാനോക്തികൾ ശ്രവിക്കുകയും ചെയ്യുന്ന ഭൃത്യന്മാർ എത്ര ഭാഗ്യവാന്മാർ.
തന്റെ സിംഹാസനത്തിൽ അങ്ങയെ രാജാവായി വാഴിക്കാൻ തിരുമനസ്സായ അങ്ങയുടെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ. അങ്ങയുടെ ദൈവം ഇസ്രായേലിനെ സ്നേഹിക്കുകയും അവരെ എന്നേക്കുമായി സുസ്ഥിരമാക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തതുകൊണ്ടാണ് അവൾക്ക് നീതിയും ന്യായവും നടത്തിക്കൊടുക്കാൻ അങ്ങയെ അവർ രാജാവാക്കിയിരിക്കുന്നത്. 120 താലന്ത് സ്വർണവും വളരെയധികം സുഗന്ധദ്രവ്യങ്ങളും രത്നങ്ങളും അവൾ രാജാവിന് കൊടുത്തു. ഷേബ രാജ്ഞി സോളമൻ രാജാവിന് കൊടുത്തതുപോലെയുള്ള സുഗന്ധദ്രവ്യങ്ങൾ പിന്നീട് ഒരിക്കലും കണ്ടിട്ടില്ല. സോളമന്റെയും ഹിരാമിന്റെയും ഭൃത്യന്മാർ ഓഫറിൽ നിന്ന് പൊന്നിന് പുറമെ രക്തചന്ദനവും രത്നങ്ങളും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ചന്ദനത്തടി കൊണ്ട് ദേവാലയത്തിന്റെയും കൊട്ടാരത്തിന്റെയും പടികളും ഗായകർക്ക് വേണ്ട വീണകളും കിന്നരങ്ങളും നിർമ്മിച്ചു. ഇതിനു മുമ്പ് യൂദാദേശത്ത് എങ്ങും ഇതുപോലെ ഒന്നും കണ്ടിട്ടില്ല. പ്രതിസമാനത്തിന് പുറമെ ഷേബ രാജ്ഞി ആഗ്രഹിച്ചതൊക്കെ സോളമൻ രാജാവ് അവർക്ക് കൊടുത്തു. അവർ പരിവാര സമേതം സ്വദേശത്തേക്ക് മടങ്ങി. സോളമന്റെ സമ്പത്ത് വ്യാപാരികളും വണിക്കുകളും കൊടുത്തിരുന്നതിന് പുറമെ സോളമന് പ്രതിവർഷം 660 താലത്ത് സ്വർണം ലഭിച്ചിരുന്നു. ദേശാധിപതികളും അറബിയിലെ രാജാക്കന്മാരും സോളമന് സ്വർണവും വെള്ളിയും കൊടുത്തിരുന്നു. അടിച്ചു പരത്തിയ സ്വർണം കൊണ്ട് സോളമൻ 200 വലിയ പരിചകൾ ഉണ്ടാക്കി. ഓരോ പരിചയ്ക്കും 600 ഷെക്കൽ സ്വർണം വേണ്ടി വന്നു. 300 ഷെക്കൽ വീതം തൂക്കമുള്ള 300 ചെറിയ പരിചകളും അവർ സ്വർണ്ണപാളികൾ കൊണ്ട് നിർമ്മിച്ചു. രാജാവ് ഇവയെല്ലാം ലെബനോൻ ഖനന മന്ദിരത്തിൽ സൂക്ഷിച്ചു. രാജാവ് ദന്തം കൊണ്ട് ഒരു വലിയ സിംഹാസനം പണിത് തങ്കം പൊതിഞ്ഞു. സിംഹാസനത്തിന് 6 പടികളും സ്വർണ്ണ നിർമ്മിതമായ പാദപീഠവും ഉണ്ടായിരുന്നു. ഇരുവശത്ത് കൈത്താങ്ങികളും അതിനടുത്തായി 2 സിംഹപ്രവർത്തികളും നീർത്തിരുന്നു. 6 പടികളിൽ ഇരുവശത്തുമായി 12 സിംഹങ്ങൾ നിന്നിരുന്നു. ഇത്തരമൊരു ശില്പം മറ്റൊരു രാജ്യത്തും ഉണ്ടായിരുന്നില്ല. സോളമന്റെ പാനപാത്രങ്ങളെല്ലാം സ്വർണ്ണനിമിതമായിരുന്നു. ലെബനോൻ കാനന മന്ദിരത്തിലെ പാത്രങ്ങളെല്ലാം സ്വർണം കൊണ്ടുള്ളതായിരുന്നു. സോളമന്റെ കാലത്ത് വെള്ളിക്ക് വിലയുണ്ടായിരുന്നില്ല. രാജാവിന്റെ കപ്പലുകൾ ഹിരാമിന്റെ ഭൃത്യന്മാരുമായി താർഷീഷിലേക്ക് പോകും. 3 വർഷത്തിലൊരിക്കൽ ഈ കപ്പലുകൾ അവിടെ നിന്ന് സ്വർണം, വെള്ളി, കുന്തം, കുരങ്ങുകൾ, മയിലുകൾ ഇവയായി വരും. അങ്ങനെ സോളമൻ രാജാവ് ധനത്തിലും ജ്ഞാനത്തിലും ഭൂമിയിലെ രാജാക്കന്മാരെയെല്ലാം പിന്നിലാക്കി. ദൈവം സോളമന് കൊടുത്ത ജ്ഞാനം ശ്രവിക്കാൻ ഭൂമിയിലെ സകല രാജാക്കന്മാരും അവന്റെ സാന്നിധ്യം തേടി. ഓരോരുത്തരുടെയും ആണ്ടുതോറും സ്വർണവും വെള്ളിയും കൊണ്ടുള്ള ഉരുപ്പടികൾ, തുണിത്തരങ്ങൾ, മീറ, സുഗന്ധദ്രവ്യം, കുതിര, ഓവർ കഴുത എന്നിവ ധാരാളമായി അവൻ സമ്മാനിച്ചു. കുതിരകൾക്കും രത്നങ്ങൾക്കുമായി 4000 ലായങ്ങളും രഥങ്ങൾക്കുമായി 4000 ലായങ്ങളും 12000 കുതിരച്ചേവകരും ഉണ്ടായിരുന്നു. രാജാവിന്റെ അടുത്ത് ജെറുസലേമിലും രഥനഗരങ്ങളിലുമായി അവരെ നിർത്തി. യിഫ്രട്ടീസ് മുതൽ ഫിലിസ്തീ ദേശം വരെയും ഈജിപ്തിന്റെ അതിർത്തി വരെയുള്ള എല്ലാ രാജാക്കന്മാരുടെയും അധിപനായിരുന്നു സോളമൻ. ജെറുസലേമിൽ വെള്ളി കല്ല് പോലുള്ള അവർ സുലഭമാക്കി. ദേവദാര ഷെഫാല താഴ്വരയിലെ അത്തിമരം പോലെ സമൃദ്ധമാക്കി. ഈജിപ്തിൽ നിന്നും മറ്റുള്ള ദേശങ്ങളിൽ നിന്നും കുതിരകളെയും സോളമൻ ഇറക്കുമതി ചെയ്തിരുന്നു. സോളമന്റെ ആദ്യ അവസാനമുള്ള മറ്റു പ്രവർത്തനങ്ങൾ നാഥാൻ പ്രവാചകന്റെ ചരിത്രത്തിലും ഷീലോനിനായ അഹിയായുടെ പ്രവചനത്തിലും ദീർഘദർശിയായ ഇദ്ദോനും നെബാത്തിന്റെ മകനായ ജെറോബോവാമിനെ കുറിച്ച് ലഭിച്ച ദർശനങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. സോളമൻ 40 വർഷം ജെറുസലേമിൽ ഇസ്രായേൽ മനുഷ്യന്റെ അധിപനായി വാണു. അവൻ പിതാക്കന്മാരോട് ചേർന്നു എന്റെ പിതാവായ ദാവീദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു. മകൻ റഹോബോവാം ഭരണമേറ്റു. രാജ്യം പിളരുന്നു. റഹോബോവാമിന് രാജാക്കന്മാർ ഇസ്രായേൽ ഷെഖമിൽ സമ്മേളിച്ചു. അവൻ അങ്ങോട്ട് ചെന്നു. നെബാത്തിന്റെയും മകൻ ജെറോബോവാം ഇത് കേട്ട് ഈജിപ്തിൽ നിന്ന് മടങ്ങി വന്നു. അവൻ സോളമന്റെ അടുത്തു നിന്ന് ഈജിപ്തിലേക്ക് ഒളിച്ചോടിയതായിരുന്നു. അവർ അവനെ അളയിച്ചു വരുത്തി. ജെറോബോവാമും ഇസ്രായേൽ ജനവും റഹോബോവാമിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ നുഖത്തിന് ഭാരം കൂട്ടി ആ ഭാരിച്ച നുഖവും കഠിനവേലയും ലഘൂകരിച്ച് തരിക. എന്നാൽ ഞങ്ങൾ അങ്ങയെ സേവിക്കാം. 3 ദിവസം കഴിഞ്ഞ് വീണ്ടും വരുവിൻ. റഹോബോവാം അവരോട് പറഞ്ഞു. ജനം പിരിഞ്ഞുപോയി. അപ്പോൾ റഹോബോവാം രാജാവ് തന്റെ പിതാവായ സോളമന്റെ വൃദ്ധരായ ഉപദേശകന്മാരോട് ആലോചിച്ചു, ഈ ജനത്തിന് എന്തുത്തരം നൽകണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? അവർ പറഞ്ഞു, അങ്ങ് ഈ ജനത്തോട് നല്ലത് വാക്ക് പറഞ്ഞ് അവരെ സന്തോഷിപ്പിക്കുകയും അവരോട് ദയ കാണിക്കുകയും ചെയ്താൽ അവർ എന്നും അങ്ങയുടെ ദാസന്മാരായിരിക്കും. എന്നാൽ പക്വമതികളായ അവരുടെ ഉപദേശം നിരസിച്ച് തന്നോടൊത്ത് വളർന്ന പാർശ്വവർത്തികളായ ചെറുപ്പക്കാരോട് അവൻ ആലോചിച്ചു, അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ മേൽ വെച്ച് നുഖം ലഘൂകരിക്കുക എന്ന് പറയുന്ന ഈ ജനത്തിന് എന്ത് മറുപടി നൽകണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം?
അവനോടൊത്ത് വളർന്ന ആ ചെറുപ്പക്കാർ പറഞ്ഞു, അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ ദൈവത്തിന് ഭാരം കൂട്ടി. അങ്ങത് കുറച്ചു തരണമെന്ന് പറഞ്ഞ ജനത്തോട് പറയുക. എന്റെ ചെറുവിരൽ എന്റെ പിതാവിന്റെ അരക്കെട്ടിനേക്കാൾ വലുതാണ്. അവൻ ഭാരമുള്ള നുകം നിങ്ങളുടെ മേൽ വെച്ചു, ഞാൻ അതിന്റെ ഭാരം കൂട്ടും. അവൻ നിങ്ങളെ ചാട്ടുകൊണ്ട് അടിച്ചു, ഞാൻ മുൾച്ചാട്ടുകൊണ്ട് അടിക്കും. എന്നാൽ 3-ാം ദിവസം വീണ്ടും വരുവിൻ എന്ന് രാജാവ് പറഞ്ഞനുസരിച്ച് ജെറോബോവാമും ജനവും റാഹോബോവാമിന്റെ അടുത്ത് വന്നു. രാജാവ് അവരോട് പരുഷമായി സംസാരിച്ചു. പ്രായമായവരുടെ ഉപദേശം ത്യജിച്ച് ചെറുപ്പക്കാരുടെ വാക്ക് കേട്ട് റഹോബോവാം രാജാവ് അവരോട് പറഞ്ഞു, എന്റെ പിതാവ് നിങ്ങളുടെ മേൽ ഭാരമുള്ള നുകം വച്ചു, ഞാൻ അതിന്റെ ഭാരം കൂട്ടും. എന്റെ പിതാവ് നിങ്ങളെ ചാട്ടം കൊണ്ടടിച്ചു, ഞാൻ മുൾച്ചാട്ടം അടിക്കും. രാജാവ് ജനത്തിന്റെ അപേക്ഷ കേട്ടില്ല. നെബാത്തിന്റെ മകനായ ജെറോബോവനോട് ശിലോനിയമായ അഹിയ മുഖേന ദൈവമായ കർത്താവ് അരുളിച്ചെയ്തത് നിറവേറ്റുന്നതിനാണ് ഇപ്രകാരം സംഭവിക്കാൻ അവിടുന്ന് ഇടയാക്കിയത്. രാജാവ് തങ്ങളുടെ അപേക്ഷ സ്വീകരിച്ചില്ല എന്നുകൊണ്ട് ജനം പറഞ്ഞു, ദാവീദുമായി ഞങ്ങൾക്ക് എന്ത് ബന്ധം? ജിസ്യയുടെ പുത്രങ്ങൾ ഞങ്ങൾക്ക് എന്ത് അവകാശം? ഇസ്രായേലെ കൂടാരങ്ങളിലേക്ക് മടങ്ങുക, ദാവീദേ നിന്റെ കാര്യം നോക്കിക്കൊള്ളുക. ഇസ്രായേലിയർ തങ്ങളുടെ കൂടാരങ്ങളിലേക്ക് മടങ്ങി. റഹോബോവാം യൂദാ നഗരങ്ങളിൽ പാർത്തിരുന്ന ഇസ്രായേലിയരെ ഭരിച്ചു. പിന്നീട് റഹോബോവാം അടിമകളുടെ മേൽനോട്ടക്കാരനായ ആദോറാമിനെ ഇസ്രായേൽക്കാരുടെ അടുക്കിലേക്ക് അയച്ചു. എന്നാൽ അവർ അവനെ കല്ലെറിഞ്ഞു കൊന്നു. റഹോബോവാം രാജാവ് ഇടുക്കത്തിൽ തേരിൽ ജെറുസലേമിലേക്ക് പോയി. ഇസ്രായേലിയർ ഇന്നും ദാവീദിന്റെ ഭവനത്തോട് മത്സരത്തിലാണ്. റഹോബോവാം ജെറുസലേമിൽ എത്തിയതിനു ശേഷം യൂദാ ഭവനത്തെയും ബെഞ്ചമിൻ ഭവനത്തെയും വിളിച്ചുകൂട്ടി. അവരിൽ നിന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്ത് രാജ്യം വീണ്ടെടുക്കാൻ 1,80,000 യോദ്ധാക്കളെ തിരഞ്ഞെടുത്തു. എന്നാൽ ദൈവപുരുഷനായ ശമയായുടെ കർത്താവ് അരുളിച്ചെയ്തു, സോളമന്റെ മകനും യൂദാ രാജാവുമായ റഹോബോവനോടും യൂദായിലും ബെഞ്ചമിനിലും ഉള്ള എല്ലാ ഇസ്രായേലരോടും പറയുക, കർത്താവ് അരുളിച്ചെയ്യുന്നു, നീ അങ്ങോട്ട് പോവുകയോ നിന്റെ സഹോദരോട് യുദ്ധം ചെയ്യുകയോ അരുത്. ആളുകളെ അവരുടെ ഭവനങ്ങളിലേക്ക് തിരിച്ചയക്കുക. എന്റെ ഹിതമനുസരിച്ചാണ് ഇതെല്ലാം സംഭവിച്ചത്. അവർ കർത്താവിന്റെ വാക്കുകേട്ട് മടങ്ങിപ്പോയി. യെറോബോവാമിനോട് യുദ്ധത്തിന് പോയില്ല. റഹോബോവാം ജെറുസലേമിൽ വെച്ച് യൂദയുടെ സുരക്ഷിതത്തിനായി പട്ടണങ്ങൾ പണിയിച്ചു. ബത്ലഹേം, ഏഥാം, തെക്കോവ, ബെത്സൂർ, സൊക്കോ, അദുല്ലാം, ഗത്ത്, മരേഷ, സീഫ്, അദോരായും, ലാഖിഷ്, അസേക്ക, സോറ, അയലോൻ, ഹെബ്രോൺ എന്നിവ പണിതു. യൂദയായാലും ബെഞ്ചമിനുമുള്ള സുരക്ഷിത നഗരങ്ങളാണിവ. കോട്ടകൾ ശുദ്ധമാക്കി ഓരോന്നിലും അധികമാരെ നിയമിച്ചു. ഭക്ഷണ സാധനങ്ങൾ, എണ്ണ, വീഞ്ഞ് എന്നിവ സംഭരിച്ചു. ഓരോ പട്ടണത്തിലും കുന്തങ്ങളും പരിചകളും ശേഖരിച്ച് അവ ബലിഷ്ഠമാക്കി. യൂദായും ബെഞ്ചമിനും അവന്റെ നിയന്ത്രണത്തിലായി. ഇസ്രായേലിന്റെ വിവിധ ഭാഗങ്ങളിൽ വസിച്ചിരുന്ന പുരോഹിതന്മാരും ലേവ്യരും റഹോബോവാമിന്റെ അടുക്കൽ അഭയം തേടി. കർത്താവിന് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നതെന്ന് ലേവ്യരെ ജെറോബോവാമും പുത്രന്മാരും ബഹിഷ്കരിച്ചതിനാലാണ് സ്വന്തം സ്ഥലവും അവകാശങ്ങളും ഉപേക്ഷിച്ച് അവർ യൂദയയിലേക്ക് ജെറുസലേമിലേക്ക് വന്നത്. താനുണ്ടാക്കിയ പൂജാഗിരികളിൽ ആരാധന നടത്താനും ദുർഭൂതങ്ങൾക്കും കാളക്കുട്ടികൾക്കും ശുശ്രൂഷ ചെയ്യുവാനും ജെറോബോവാം പുരോഹിതന്മാരെ നിയമിച്ചു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ ഹൃദയപൂർവ്വം തേടിയിരുന്നവർ ഇസ്രായേലിലെ എല്ലാ ഗോത്രങ്ങളിൽ നിന്ന് ലേവ്യരുടെ പിന്നാലെ ജെറുസലേമിൽ തങ്ങളുടെ പിതാക്കന്മാരായ ദൈവത്തിന്റെ കർത്താവിന് ബലിയർപ്പിക്കാൻ വന്നു. അവർ യൂദാ രാജ്യം പ്രബലമാക്കി. 3 വർഷക്കാലം അവർ ദാവീദിന്റെയും സോളമന്റെയും മാർഗത്തിൽ ചരിച്ചു. അക്കാലം അത്രയും സോളമന്റെ മകനായ റഹോബോവാം സുരക്ഷിതനായിരുന്നു. ദാവീദിന്റെ മകൻ എരിമത്തിനോടും ജെസ്സയുടെ മകനായ ഏലിയാബിന്റെ മകൻ അബീഹായിലിന്റെ മകൾ മഹലത്തിനെയും റഹോബോവാം വിവാഹം ചെയ്തു. അവർക്ക് യബൂഷ്, ശമറിയ, സാഹം എന്നീ പുത്രന്മാർ ജനിച്ചു. അതിനുശേഷം അവൻ അബ്സലോമിന്റെ മകൾ മാഖായെ ഭാര്യയായി സ്വീകരിച്ചു. അവർക്ക് അബിയ, അത്തായി, സീസ, ഷെലോമിത്ത് എന്നിവർ ജനിച്ചു. റഹോബോവാമിന് 18 ഭാര്യമാരും 60 ഉപനാരികളും 28 പുത്രന്മാരും 60 പുത്രിമാരും ഉണ്ടായിരുന്നു. തന്റെ ഭാര്യമാരെയും ഉപനാരികളെക്കാൾ അധികമായി അവൻ അബ്സലോമിന്റെ മകളായ മാഖായെ സ്നേഹിച്ചു. മാഖായുടെ മകൻ അബിയായെ രാജാവാക്കാൻ ആഗ്രഹിച്ചതിനാൽ അവനെ രാജകുമാരന്മാരിൽ പ്രമുഖനാക്കി.
അവൻ പുത്രന്മാരായ യൂദയായാലും ബെന്യാമീനുമുള്ള സകല സുരക്ഷിത നഗരങ്ങളിലും ദേശാധിപതികളായി തന്ത്രപൂർവ്വം നിയമിച്ചു. അവർക്ക് വേണ്ടതെല്ലാം സമൃദ്ധമായി കൊടുത്തു. അവർക്ക് അനേകം ഭാര്യമാരെയും നേടിക്കൊടുത്തു. Chapter 12. As soon as Rehoboam had established his authority as king, he and all his people abandoned the law of the Lord. In the 5th year of Rehoboam's reign, their disloyalty to the Lord was punished. King Shishak of Egypt attacked Jerusalem with an army of 1,200 chariots, 60,000 horsemen, and more soldiers than could be counted, including Libyan, Sukkite, and Sudanese troops. He captured the fortified cities of Judah and advanced as far as Jerusalem. Shemaiah the prophet went to King Rehoboam and the Judean leaders who had gathered in Jerusalem to escape Shishak. He said to them, "This is the Lord's message to you. You have abandoned me, so now I have abandoned you to Shishak." The king and the leaders admitted that they had sinned, and they said, "What the Lord is doing is just." When the Lord saw this, he spoke again to Shemaiah and said to him, "Because they admit their sin, I will not destroy them. But when Shishak attacks, they will barely survive. Jerusalem will not feel the full force of my anger, but Shishak will conquer them, and they will learn the difference between serving me and serving our three rulers." King Shishak came to Jerusalem and took the treasures from the temple and from the palace. He took everything, including the gold shields that King Solomon had made. To replace them, Rehoboam made bronze shields and entrusted them to the officers responsible for guarding the palace gates. Every time the king went to the temple, the guards carried the shield and then returned them to the guardroom. Because he submitted to the Lord's anger did not completely destroy him, and things went well for Judah. Rehoboam ruled in Jerusalem and increased his power as king. He was 41 years old when he became king, and he ruled for 17 years in Jerusalem, the city which the Lord had chosen from all the territory of Israel as the place where he was to be worshipped. Rehoboam's mother was Naamah, from the land of Ammon. He did what was evil because he did not try to find the Lord's will. Rehoboam's act from the beginning to the end and his family's records are found in the history of Shemaiah the prophet and the history of Edo the prophet. Rehoboam and Jeroboam were constantly at war with each other. Rehoboam died and was buried in the royal tombs in David's city, and his son Abiah succeeded him as king. Chapter 13. In the 18th year of the reign of the king Jeroboam of Israel, Abiah became king of Judah, and he ruled for 3 years in Jerusalem. His mother was Micaiah, daughter of Uriah, from the city of Gibeah. War broke out between Abiah and Jeroboam. Abiah raised an army of 400,000 soldiers, and Jeroboam opposed him with an army of 800,000. The armies met in the hill country of Ephraim. King Abiah went up Mount Zemaraim and called out to Jeroboam and the Israelites. "Listen to me," he said. "Don't you know that the Lord, the God of Israel, made an unbreakable covenant with David, giving him and the descendants kingship over Israel forever? Jeroboam, son of Nebat, rebelled against Solomon, his king. Later, he gathered together a group of worthless scoundrels, and they forced their will on Rehoboam, son of Solomon, who was too young and inexperienced to resist them. Now you propose to fight against the royal authority the Lord gave to David's descendants. You have a huge army and have with you the gold bull calves that Jeroboam made to be your gods. You drove out the Lord's priests, the descendants of Aaron, and you drove out the Levites. In their place, you appointed priests in the same way that other nations do. Anybody who comes along with a bull or 7 sheep can get himself consecrated as the priest of those so-called gods of yours. But we still serve the Lord our God and have not abandoned him. Priests descended from Aaron perform their duties, and Levites assist them. Every morning and every evening they offer incense and animal sacrifices, burnt whole. They present the offerings of bread on a table that is ritually clean, and every evening they light the lamps on the gold lampstand. We do what the Lord has commanded, but you have abandoned him. God himself is our leader, and his priests are here with trumpets, ready to blow them and call us to battle against you. People of Israel, don't fight against the Lord, the God of your ancestors. You can't win.
Meanwhile, Jeroboam had sent some of his troops to ambush the Judean army from the rear, while the rest faced them from the front. Among the Judeans looked round and saw that they were surrounded. They cried to the Lord for help, and the priests blew the trumpets. The Judeans gave a loud shout, and led by Abiah, they attacked. God defeated Jeroboam and the Israelite army. The Israelites fled from the Judeans, and God led the Judeans to overpower them. Abiah and his army dealt the Israelites a crushing defeat. 500,000 of Israel's best soldiers were killed. And so the people of Judah were victorious over Israel because they relied on the Lord, the God of their ancestors. Abiah pursued Jeroboam's army and occupied some of his cities, Bethel, Cheshana, and Ephron, and the villages near each of these cities. Jeroboam never regained his power during Abijah's reign. Finally, the Lord struck him down and he died. Abiah, however, grew more powerful. He had 14 wives and fathered 22 sons and 16 daughters. The rest of the history of Abiah, what he said and what he did, is written in the history of Iddo the prophet. King Abiah died and was buried in the royal tombs in David city. His son Asa succeeded him as king, and under Asa, the land enjoyed peace for 10 years. Asa pleased the Lord his God by doing what was right and good. He removed the foreign altars and the pagan places of worship, broke down the sacred stone columns, and cut down the symbols of the goddess Asherah. He commanded the people of Judah to do the will of the Lord, the God of their ancestors, and to obey his teachings and commands. Because he abolished the pagan places of worship and the incense altars from all the cities of Judah, the kingdom was at peace under his. He built fortifications for the cities of Judah during his time. And for several years there was no war, because the Lord gave him peace. He said to the people of Judah, "Let us fortify the cities by building walls and towers, and gates that can be shut and barred. We have control of the land because we have done the will of the Lord our God. He has protected us and given us security on every side." And so they built and prospered. King Asa had an army of 300,000 men from Judah, armed with shields and spears, and 280,000 men from Benjamin, armed with shields and bows. All of them were brave, well-trained men. A Sudanese named Zerah invaded Judah with an army of 1,000,000 men and 300 chariots and advanced as far as Maresha. Asa went out to fight him, and both sides took up their positions in the valley of Zapata near Maresha. Asa prayed to the Lord his God, "O Lord, you can help a weak army as easily as a powerful one. Help us now, O Lord our God, because we are relying on you, and in your name we have come out to fight against this huge army. Lord, you are our God, no one can hope to defeat you." The Lord defeated the Sudanese army when Asa and the Judean army attacked them. They fled, and Asa and his troops pursued them as far as Gerar. So many of the Sudanese were killed that the army was unable to rally and fight. They were overpowered by the Lord and his army, and the army took large amounts of loot. Then they were able to destroy the cities in the area around Gerar, because the people there were terrified of the Lord. The army plundered all those cities and captured large amounts of loot. They also attacked the camps of some shepherds, capturing large numbers of sheep and camels. Then they returned to Jerusalem. Chapter 15. The Spirit of God came upon Azariah, son of Oded, and he went to meet King Asa. He called out, "Listen to me, King Asa, and all you people of Judah and Benjamin. The Lord is with you as long as you are with him. If you look for him, he will let you find him. But if you turn away, he will abandon you." For a long time, Israel lived without the true God, without priests to teach them, and without a law. But when trouble came, they turned to the Lord, the God of Israel. They searched for him and found him. In those days, no one could come and go in safety, because there was trouble and disorder in every land. One nation oppressed another nation, and one city oppressed another city, because God was bringing trouble and distress on them. But you must be strong and not be discouraged. The work that you do will be rewarded. When Asa heard the prophecy that Azariah, son of Oded, had spoken, he was encouraged. He did away with all the idols in the land of Judah and Benjamin, and all the idols in the city he had captured in the hill country of Ephraim.
He also repaired the altar of the Lord that stood in the temple courtyard. Many people had come over to Asa's side from Ephraim, Manasseh, and Simeon and were living in the kingdom, because they had seen that the Lord was with him. Asa summoned all of them and the people of Judah and Benjamin, and they assembled in Jerusalem in the 3rd month of the 15th year that Asa was king. On that day, they offered sacrifices to the Lord for the loot that they had brought back, 700 head of cattle and 7,000 sheep. They made a covenant in which they agreed to worship the Lord, the God of their ancestors, with all their heart and soul. Anyone young or old, male or female, who did not worship him was to be put to death. In a loud voice, they took an oath in the Lord's name that they would keep the covenant, and then they shouted and blew trumpets. All the people of Judah were happy because they had made this covenant with all their heart. They took delight in worshiping the Lord, and he accepted them and gave them peace on every side. King Asa removed his grandmother Makkah from her position as queen mother because she had made an obscene idol of the fertility goddess Asherah. Asa cut down the idol, chopped it up, and burned to pieces in the valley of the Kidron. Even though Asa did not destroy all the pagan places of worship in the land, he remained faithful to the Lord all his life. He placed in the temple all the objects his father Abiah had dedicated to God, as well as the gold and silver objects that he himself dedicated. There was no more war until the 35th year of his reign. Chapter 16. In the 36th year of the reign of King Asa of Judah, King Baasha of Israel invaded Judah and started to fortify Ramah in order to cut off all traffic in and out of Judah. So Asa took silver and gold from the treasuries of the temple and the palace and sent it to Damascus to King Ben-Hadad of Syria with this message: "Let us be allies as our fathers were. The silver and gold is a present for you. Now break your alliance with King Baasha of Israel so that he will have to pull his troops out of my territory." Ben-Hadad agreed to Asa's proposal and sent his commanding officers and their armies to attack the cities of Israel. They captured Ijon, Dan, Abel Bet Makkah, and all the cities of Naphtali where supplies were stored. When King Baasha heard what was happening, he stopped fortifying Ramah and abandoned the work. Then King Asa gathered men from throughout Judah and ordered them to carry off the stones and timber that Baasha had been using at Ramah. And then they used them to fortify the cities of Geba and Mizpah. At that time, the prophet Hanani went to King Asa and said, "Because you relied on the king of Syria instead of relying on the Lord your God, the army of the king of Israel has escaped from you. Didn't the Sudanese and the Libyans have large armies with many chariots and horsemen? But because you relied on the Lord, he gave you victory over them. The Lord keeps close watch over the whole world to give strength to those whose hearts are loyal to him. You have acted foolishly, and so from now on you will always be at war." This made Asa so angry with the prophet that he had him put in chains. It was at that same time that Asa began treating some of the people cruelly. All the events of Asa's reign from beginning to the end are recorded in the history of kings of Judah and Israel. In the 39th year that Asa was king, he was crippled by a severe foot disease. But even then, he did not turn to the Lord for help, but to doctors. 2 years later, he died and was buried in the rock tomb which he had carved out for himself in David's city. They used spices and perfumed oils to prepare his body for burial, and they built a huge bonfire to mourn his death. Chapter 17. Jehoshaphat succeeded his father Asa as king and strengthened his position against Israel. He stationed troops in the fortified cities of Judah, in the Judean countryside, and in the cities where Asa had captured, which Asa had captured in the territory of Ephraim. The Lord blessed Jehoshaphat because he followed the example of his father's early life and did not worship Baal. He served his father's God, obeyed God's commands, and did not act in the way the kings of Israel did. The Lord gave Jehoshaphat firm control over the kingdom of Judah, and all the people brought him gifts, so that he became wealthy and highly honored. He took pride in serving the Lord and destroyed all the pagan places of worship and the symbols of the goddess Asherah in Judah. In the 3rd year of his reign, he sent out the following officials to teach in the city of Judah: Benaiah, Obadiah, Zechariah, Nethanel, and Micaiah. They were accompanied by 9 Levites and 2 priests. The Levites were Shemaiah, Nethaniah, Zebadiah, Asahel, Shemiramoth, Jehonathan, Adoniah, Tobiah, and
Tobadonia, and the priests were Elishama and Jehoram. They took the book of the law of the Lord and went through all the towns of Judah, teaching it to the people. The Lord made all the surrounding kingdoms afraid to go to war against King Jehoshaphat. Some of the Philistines brought Jehoshaphat a large amount of silver and other gifts, and some Arabs brought him 7,700 sheep and 7,700 goats. So Jehoshaphat continued to grow more and more powerful. Throughout Judah, he built fortifications and cities where supplies were stored in huge amounts. In Jerusalem, he stationed outstanding officers according to their clans. Adnah was the commander of the troops from the clans of Judah, and he had 300,000 soldiers under him. Second in rank was Jehohanan with 280,000 soldiers, and third was Amasiah, son of Zikri, with 200,000. Amasiah had volunteered to serve the Lord. The commander of the troops from the clans of Benjamin was Eliada, an outstanding soldier in command of 200,000 men armed with shields and bows. His second in command was Jehozabad, with 180,000 men, well equipped for a battle. These men served the king in Jerusalem, and in addition, he stationed other soldiers in the other fortified cities of Judah. Chapter 8. When King Jehoshaphat of Judah became rich and famous, he arranged a marriage between a member of his family and the family of King Ahab of Israel. A number of years later, Jehoshaphat went to the city of Samaria to visit Ahab. To honor Jehoshaphat and those with him, Ahab had a large number of sheep and cattle slaughtered for a feast. He tried to persuade Jehoshaphat to join him in attacking the city of Ramoth in Gilead. He asked, "Will you go with me to attack Ramoth?" Jehoshaphat replied, "I am ready when you are, and so is my army. We will join you." Then he added, "But first let's consult the Lord." So Ahab called in the prophets, about 400 of them, and asked them, "Should I go and attack Ramoth or not?" "Attack it," they answered. "God will give you a victory." But Jehoshaphat asked, "Isn't there another prophet, through whom we can consult the Lord?" Ahab answered, "There is one more, Micaiah, son of Imlah, but I hate him because he never prophesies anything good for me. It's always something bad." "You shouldn't say that," Jehoshaphat replied. So King Ahab called in a court official and told him to go and fetch Micaiah at once. The two kings, dressed in their royal robes, were sitting on their thrones at the threshing place just outside the gate of Samaria, and all the gates of Samaria, and all the prophets were prophesying in front of them. One of them, Zedekiah, son of Chenana, made iron horns and said to Ahab, "This is what the Lord says. With these you will fight the Syrians and totally defeat them." All the other prophets said the same thing. "March against Ramoth and you will win," they said. "The Lord will give you victory." Meanwhile, the official who had gone to fetch Micaiah said to him, "All the other prophets have prophesied success for the king, and you had better do the same." But Micaiah answered, "By the living Lord, I will say what my God tells me to." When he appeared before King Ahab, the king asked him, "Micaiah, should King Jehoshaphat and I go and attack Ramoth or not?" "Attack," Micaiah answered. "Of course you will win. The Lord will give you victory." But Ahab replied, "When you speak to me in the name of the Lord, tell the truth. How many times do I have to tell you that?" Micaiah answered, "I can see the army of Israel scattered all over the hills like sheep without a shepherd." And the Lord said, "These men have no leader. Let them go home in peace." Ahab said to Jehoshaphat, "I told you that he never prophesies anything good for me. It's always something bad." Micaiah went on, "Now listen to what the Lord says. I saw the Lord sitting on his throne in heaven with all his angels standing beside him. The Lord asked, who will deceive Ahab so that he will go and get killed at Ramoth?" Some of the angels said one thing, and the others said something else, until the Spirit stepped forward, approached the Lord, and said, "I will deceive him." "How?" the Lord asked. The Spirit replied, "I will go and make all Ahab's prophets tell lies." The Lord said, "Go and deceive him, you will succeed." And Micaiah concluded, "This is what has happened. The Lord has made these prophets of yours lie to you, but he himself has decreed that you will meet with disaster." Then the prophet Zedekiah went up to Zedekiah went up to Micaiah, slapped his face, and asked, "Since when did the Lord Spirit leave me and speak to you?" "You will find out when you go into some back room to hide," Micaiah replied. Then King Ahab ordered one of his officers, "Arrest Micaiah and take him to Ammon, the governor of the city, and to Prince Joash,
Tell them to throw him in prison and to put him on bread and water until I return safely. If you return safely, Micaiah exclaimed. And the Lord has not spoken through me. And he added, Listen everyone to what I have said. Then King Ahab of Israel and King Jehoshaphat of Judah went to attack the city of Ramoth in Gilead. Ahab said to Jehoshaphat, As we go into battle, I will disguise myself, but you wear your royal garments. So the king of Israel went into battle in disguise. The king of Syria had ordered his chariot commanders to attack no one else except the king of Israel. So when they saw King Jehoshaphat, they all thought that he was the king of Israel, and they turned to attack him. But Jehoshaphat gave a shout, and the Lord God rescued him and turned the attack away from him. The chariot commanders saw that he was not the king of Israel, so they stopped pursuing him. By chance, however, a Syrian soldier shot an arrow which struck King Ahab between the joints of his armor. I'm wounded, he cried out to his chariot driver. Turn round and pull out of the battle. While the battle raged on, King Ahab remained propped up in his chariot, facing the Syrians. At sunset, he died. King Jehoshaphat of Judah returned safely to his place in Jerusalem. A prophet, Jehu son of Hanani, went to meet the king and said to him, Do you think it is right to help those who are wicked and to take the side of those who hate the Lord? What you have done has brought the Lord's anger on you. But even so, there is some good in you. You have removed all the symbols of the goddess Asherah, which people worship, and you have tried to follow God's will. Even though King Jehoshaphat lived in Jerusalem, he traveled regularly among the people. From Beersheba in the south to the edge of the hill country of Ephraim in the north, in order to call the people back to the Lord, the God of their ancestors. He appointed judges in each of the fortified cities of Judah and instructed them, Be careful in pronouncing judgment. You are not acting on human authority, but on the authority of the Lord, and he is with you when you pass sentence. Honor the Lord and act carefully, because the Lord our God does not tolerate fraud or partiality or taking of bribes. In Jerusalem, Jehoshaphat appointed Levites, priests, and some of the leading citizens as judges in cases involving a violation of the law of the Lord or legal disputes between inhabitants of the city. He gave them the following instructions. You must perform your duties in reverence for the Lord, faithfully obeying him in everything you do. Whenever your fellow citizens from any of the cities bring before you a case of homicide or any other violation of a law or a commandment, you must instruct them carefully how to conduct themselves during the trial, so that they do not become guilty of sinning against the Lord. Unless you do, you and your fellow citizens will feel the force of the Lord's anger. But if you do your duty, you will not be guilty. Amariah, the high priest, will have final authority in all religious cases, and Zebediah, son of Ishmael, governor of Judah, will have final authority in all civil cases. The Levites have the responsibility of seeing that the decisions of the courts are carried out. Be courageous and carry out these instructions, and may the Lord be on your side. Right. Chapter 20. Sometime later, the armies of Moab and Ammon, together with their allies, the Meunites, invited Judah. Some messengers came and announced to King Jehoshaphat, A large army from Edom has come from the other side of the Dead Sea to attack you. They have already captured Hazazon Tamar. This is another name for En-Gedi. Jehoshaphat was frightened and prayed to the Lord for guidance. Then he gave orders for a fast to be observed throughout the country. From every city of Judah, people hurried to Jerusalem to ask the Lord for guidance, and they and the people of Jerusalem gathered in the new courtyard of the temple. King Jehoshaphat went and stood before them and prayed aloud. O Lord God of our ancestors, you rule in heaven over all the nations of the world. You are powerful and mighty, and no one can oppose you. You are our God. When your people Israel move into this land, you will draw out people who are living here and gave the land to the descendants of Abraham, your friend, to be theirs forever. They have lived here and have built a temple to honor you, knowing that if any disaster struck them to punish them, a war, an epidemic, or a famine, then they could come and stand in front of this temple where you are worshipped. Then they could pray to you in their trouble, and you would hear them and rescue them. Now the people of Ammon, Moab, and Edom have attacked us. When our ancestors came out of Egypt, you did not allow them to enter those lands. So our ancestors went round them and did not destroy them. This is how they repay us. They come to drive us out of the land that you gave us. You are our God. Punish them,
for we are helpless in the face of this large army that is attacking us. We do not know what to do, but we look to you for your help. All the men of Judah with their wives and children were standing there at the temple. The Spirit of the Lord came upon a Levite who was present in the crowd. His name was Jahaziel, son of Zechariah. He was a member of the clan of Asaph and was descended from Asaph through Mattaniah, Jeiel, and Benaiah. Jahaziel said, Your Majesty and all you people of Judah and Jerusalem, the Lord says that you must not be discouraged or be afraid to face this large army. The battle depends on God, not on you. Attack them tomorrow as they come up the pass at Ziz. You will meet them at the end of the valley that leads to the wild country near Jeruel. You will not have to fight this battle. Just take up your positions and wait. You will see the Lord give you victory. People of Judah and Jerusalem, do not hesitate or be afraid. Go out to battle, and the Lord will be with you. The king Jehoshaphat bowed low with his face touching the ground. And all the people bowed with him and worshipped the Lord. The members of the Levite clans of Kohath and Korah stood up and with a loud shout praised the Lord and the God of Israel. Early the next morning, the people went out to the wild country near Tekoa. As they were starting out, Jehoshaphat addressed them with these words: Men of Judah and Jerusalem, put your trust in the Lord your God, and you will stand firm. Believe what his prophets tell you, and you will succeed. After consulting with the people, the king ordered some musicians to put on the robes that they wore on sacred occasions and to march ahead of the army singing, Praise the Lord, his love is eternal. When they began to sing, the Lord threw the invading armies into a panic. The Ammonites and the Moabites attacked the Edomite army and completely destroyed it, and then they turned on each other in savage fighting. When the Judean army reached a tower that was in the desert, they looked towards the enemy and saw that they were all lying on the ground, dead. Not one had escaped. Jehoshaphat and his troops moved in to take the loot, and they found many cattle, supplies, clothing, and other valuable objects. They spent 3 days gathering the loot, but there was so much that they could not take everything. On the fourth day, they assembled in the valley of Berakah and praised the Lord for all he had done. That is why the valley is called Berakah. Jehoshaphat led his troops back to Jerusalem in triumph, because the Lord had defeated their enemies. When they reached the city, they marched to the temple to the music of harps and trumpets. Every nation that heard how the Lord had defeated Israel's enemies were terrified. So Jehoshaphat ruled in peace, and God gave him security on every side. Jehoshaphat had become king of Judah at the age of 35 and had ruled in Jerusalem for 25 years. His mother was Azubah, the daughter of Shili. Like his father Asa before him, he did what was right in the sight of the Lord. But the pagan places of worship were not destroyed. The people still did not turn wholeheartedly to the worship of the God of their ancestors. Everything else that Jehoshaphat did from the beginning of his reign to its end is recorded in the history of Jehu son of Hanani, which is part of the history of kings of Israel. At one time, King Jehoshaphat of Judah made an alliance with King Ahaziah of Israel, who did many wicked things. At the port of Ezion Geber, they built ocean-going ships. But Eliezer, son of Dodawahu, from the town of Maresha, warned Jehoshaphat, because you have made an alliance with Ahaziah, the Lord will destroy what you have built. And the ships were wrecked and never sailed. Jehoshaphat died and was buried in the royal tombs in David's city, and his son Jehoram succeeded him as king. Jehoram, son of King Jehoshaphat of Judah, had 6 brothers: Azariah, Jehiel, Zechariah, Azariahu, Michael, and Shephatiah. Their father gave them large amounts of gold, silver, and other valuable possessions, and placed each one in charge of one of the fortified cities of Judah. But because Jehoram was the eldest, Jehoshaphat made him his successor. When Jehoram was in firm control of the kingdom, he had all his brothers killed and also some Israeli officials. Jehoram became king at the age of 32, and he ruled in Jerusalem for 8 years. He followed the wicked example of King Ahab and other kings of Israel because he had married one of Ahab's daughters. He sinned against the Lord, but the Lord was not willing to destroy the dynasty of David because he had made a covenant with David and promised that his descendants would always continue to rule.
During Jehoram's reign, Edom revolted against Judah and became an independent kingdom. So Jehoram and his officers set out with chariots and invaded Edom. There, the Edomite army surrounded them, but during the night they managed to break out and escape. Edom has been independent of Judah ever since. During the same period, the city of Libnah also revolted because Jehoram had abandoned the Lord, the God of his ancestors. He even built pagan places of worship in the Judean highlands and led the people of Judah and Jerusalem to sin against the Lord. The prophet Elijah sent Jehoram a letter which read as follows: "The Lord, the God of your ancestor David, condemns you because you did not follow the example of your father, King Jehoshaphat, or that of your grandfather, King Asa. Instead, you have followed the example of kings of Israel, and you have led the people of Judah and Jerusalem into being faithful to God, just as Ahab and his successors led Israel into unfaithfulness. You even murdered your brothers, who were better men than you are. As a result, the Lord will severely punish your people, your children, your wives, and will destroy your possessions. You yourselves will suffer a painful disease of the intestines that will grow worse by the day." Some Philistines and Arabs lived near where some Sudanese had settled along the coast. The Lord incited them to go to war against Jehoram. They invaded Judah, looted the royal palace, and carried off as prisoners all the king's wives and sons except Ahaziah, his youngest son. Then, after all this, the Lord brought on the king a painful disease of the intestines. For almost 2 years, it grew steadily worse until finally the king died in agony. His subjects did not light a bonfire in mourning for him, as had been done for his ancestors. Jehoram had become king at the age of 32 and had ruled in Jerusalem for 8 years. Nobody was sorry when he died. They buried him in David's city, but not in the royal tombs. Chapter 22. Some Arabs had led the raid and killed all King Jehoram's sons except Ahaziah, the youngest. So now the people of Jerusalem made Ahaziah king as his father's successor. Ahaziah became king at the age of 22, and he ruled in his Jerusalem for 1 year. Ahaziah also followed the example of King Ahab's family, since his mother Athaliah, the daughter of King Ahab and granddaughter of King Omri of Israel, gave him advice that led him into evil. He sinned against the Lord because after his father's death, other members of King Ahab's family became his advisors, and they led to his downfall. Following their advice, he joined King Joram of Israel in a war against King Hazael here of Syria. The armies clashed at Ramoth in Gilead, and Joram was wounded in battle. He returned to the city of Jezreel to recover from his wounds, and Ahaziah went there to visit him. God used this visit to Joram to bring about Ahaziah's downfall. While Ahaziah was there, he and Joram were confronted by a man named Jehu, son of Nimshi, whom the Lord had chosen to destroy the dynasty of Ahab. As Jehu was carrying out God's sentence on the dynasty, he came across a group made of Judean leaders and of Ahaziah's nephews that had accompanied Ahaziah on his visit. Jehu killed them all. A search was made for Ahaziah, and he was found hiding in Samaria. They took him to Jehu and put him to death. But they did bury his body out of respect for his grandfather, King Jehoshaphat, who had done all he could to serve the Lord. No member of Ahaziah's family was left who could rule the kingdom. As soon as King Ahaziah's mother Athaliah learned of her son's murder, she gave orders for all the members of the royal family of Judah to be killed. Ahaziah had a half-sister, Jehosheba, who was married to a priest named Jehoiada. She secretly rescued one of Ahaziah's sons, Joash, took them away from the other princes who were about to be murdered, and hid him and a nurse in a bedroom at the temple. By keeping him hidden, she saved him from death at the hands of Athaliah. For 6 years, he remained there in hiding while Athaliah ruled as queen. Chapter 23. After waiting 6 years, Jehoiada, the priest, decided that it was time to take action. He made a pact with 5 army officers: Azariah, son of Jeroham, Ishmael, son of Jehohanan, Azariah, son of Obed, Maaseiah, son of Adaiah, and Elishaphat, son of Zikri. They traveled to all the cities of Judah and brought back with them to Jerusalem the Levites and all the heads of the clans. They all gathered in the temple, and there they made a covenant with Joash, the king's son. Jehoiada said to them,
Here is the son of the late king. He is now to be king, as the Lord promised that King David's descendants would be. This is what we will do. When the priests and Levites come on duty on the Sabbath, 1/3 of them will guard the temple gates. Another third will guard the royal palace, and the rest will be stationed at the foundation gate. All the people will assemble in the temple courtyard. No one is to enter the temple buildings except the priests and the Levites who are on duty. They may enter because they are consecrated, but the rest of the people must obey the Lord's instructions and stay outside. The Levites are to stand guard around the king with their swords drawn and are to stay with the king wherever he goes. Anyone who tries to enter the temple is to be killed. The Levites and the people of Judah carried out Jehoiada's instructions. The men were not dismissed when they went off duty on the Sabbath, so the commanders had available both those coming on duty and those going off. Jehoiada gave the officers the spears and shields that had belonged to King David and had been kept in the temple. He stationed the men with bronze swords all around the front of the temple to protect the king. Then Jehoiada led Joash out, placed the crown on his head, and gave him a copy of the laws governing kingship. And so he was made king. Jehoiada the priest and his sons anointed Joash, and everyone shouted, "Long live the king." Athaliah heard the people cheering for the king, so she hurried to the temple, where the crowd had gathered. There she saw the new king at the temple entrance, standing by the column reserved for the kings and surrounded by the army officers and the trumpeters. All the people were shouting joyfully and blowing trumpets, and the temple musicians with their instruments were leading the celebration. She tore her clothes in distress and shouted, "Treason, treason." Jehoiada did not want Athaliah killed in the temple area, so he called out the army officers and said, "Take her out between the rows of guards and kill anyone who tries to rescue her." They seized her, took her to the palace, and there, at the horse gate, they killed her. The priest Jehoiada got King Joash and the people to join him in making a covenant that would be the Lord's people. Then they all went to the temple of Baal and tore it down. They smashed the altars and idols there and killed Matan, the priest of Baal, in front of the altars. Jehoiada put the priests and Levites in charge of the work of the temple. They were to carry out the duties assigned to them by King David and to burn the sacrifices offered to the Lord in accordance with the law of Moses. They were also in charge of music and celebrations. Jehoiada also put guards on duty at the temple gates to keep out anyone who was ritually unclean. The army officers, the leading citizens, the officials, and all the rest of the people joined Jehoiada in a procession that brought the king from the temple to the palace. They entered by the main gate, and the king took his place on the throne. All the people were filled with happiness, and the city was quiet, now that Athaliah had been killed. Chapter 24. Joash became king of Judah at the age of 7, and he ruled in Jerusalem for 40 years. His mother was Zibiah from the city of Beersheba. He did what was pleasing to the Lord as long as Jehoiada the priest was alive. Jehoiada chose 2 wives for King Joash, and they bore him sons and daughters. After he had been king for a while, Joash decided to have the temple repaired. He ordered the priests and the Levites to go to the cities of Judah and collect from all the people enough money to make the annual repairs of the temple. He told them to act promptly, but the Levites delayed. So he called in Jehoiada and their leader and demanded, "Why haven't you seen to it that the Levites collect from Judah and Jerusalem the tax which Moses, the servant of the Lord, required the people to pay for the support of the tent of the Lord's presence?" The followers of Athaliah, the corrupt woman, had damaged the temple and used many of the sacred objects in the worship of Baal. The king ordered the Levites to make a box for contributions and to place it at the temple gate. They sent word throughout Jerusalem and Judah for everyone who brings to the Lord the tax for which Moses, God's servant, had first collected in the wilderness. This pleased the people and their leaders, and they brought their tax money and filled the box with it. Every day the Levites would take the box to the royal official who was in charge of it. Whenever it was full, the royal secretary and the high priest representatives would take the money out and return the box to its place. And so they collected a large sum of money. The king and Jehoiada would give the money to those who were in charge of repairing the temple, and they hired stonemasons, carpenters, and metal workers to make the repairs. All the workmen worked hard, and they restored the temple to its original condition.
as solid as ever. When the repairs were finished, the remaining gold and silver was given to the king and Jehoiada, who used it to have bowls and other utensils made for the temple. As long as Jehoiada was alive, sacrifices were offered regularly at the temple. After reaching the very old age of 130, he died. They buried him in the royal tombs in David's city in recognition of the service he had done for the people of Israel, for God, and for the temple. But once Jehoiada was dead, the leaders of Judah persuaded King Joash to listen to them instead. So the people stopped worshipping in the temple of the Lord, the God of their ancestors, and began to worship idols and images of the goddess Asherah. Their guilt for these sins brought the Lord's anger on Judah and Jerusalem. The Lord sent prophets to warn them to return to him, but the people refused to listen. The Spirit of God took control of Zechariah, son of Jehoiada the priest. He stood where the people could see him and called out. The Lord asked, "Why you have disobeyed his commands and are bringing disaster on yourselves? You abandoned him, so he has abandoned you." King Joash joined in a conspiracy against Zechariah, and on the king's orders, the people stoned Zechariah in the temple courtyard. The king forgot about the loyal service that Zechariah's father, Jehoiada, had given him, and he had Zechariah killed. As Zechariah was dying, he called out, "May the Lord see what you are doing and punish you." When autumn came that year, the Syrian army attacked Judah and Jerusalem, killed all the leaders, and took large amounts of loot back to Damascus. The Syrian army was small, but the Lord let them defeat a much larger Judean army because the people had abandoned him, the Lord God of their ancestors. In this way, King Joash was punished. He was severely wounded, and when the enemy withdrew, 2 of his officials plotted against him and killed him in his bed to avenge the murder of the son of Jehoiada, the priest. He was buried in David's city, but not in the royal tombs. Those who plotted against him were Zabad, the son of an Ammonite woman named Shimeath, and Jehozabad, son of a Moabite woman named Shimri. The commentary on the Book of Kings contains the stories of the sons of Joash, the prophecies spoken against him, and the record of how he rebuilt the temple. His son Amaziah succeeded him as king. Amaziah became king at the age of 25, and he ruled in Jerusalem for 29 years. His mother was Jehoiadin from Jerusalem. He did what was pleasing to the Lord, but did it reluctantly. As soon as he was firmly in power, he executed the officials who had murdered his father. He did not, however, execute their children, but followed what the Lord had commanded in the law of Moses. Parents are not to be put to death for crimes committed by their children, and children are not to be put to death for crimes committed by their parents. A person is to be put to death only for a crime he himself has committed. King Amaziah organized all the men of the tribes of Judah and Benjamin into army units, according to the clans they belonged to, and placed officers in command of units of 1,000 men and units of 100 men. This included all men 20 years of age and or older, 300,000 in all. They were picked troops, ready for battle, skilled in using spears and shields. In addition, he hired 100,000 soldiers from Israel at a cost of about 3,400 kilograms of silver. But a prophet went to the king and said to him, "Don't take these Israeli soldiers with you. The Lord is not with these men from the northern kingdom. You may think that they will make you stronger in battle, but it is God who has the power to give you victory or defeat, and he will let your enemies defeat you." Amaziah asked the prophet, "But what about all that silver I have already paid for them?" The prophet replied, "The Lord can give you back more than that." So Amaziah sent the hired troops away and told them to go home. At this, they went home, bitterly angry with the people of Judah. Amaziah summoned up his courage and led his army to the valley of Salt. There they fought and killed 10,000 Edomite soldiers and captured another 10,000. They took the prisoners to the top of the cliff of the city of Selah and threw them off, so that they were killed on the rocks below. Meanwhile, the Israelite soldiers that Amaziah had not allowed him to go into battle with him attacked the Judean cities between Samaria and Beth Horon, killed 3,000 men, and captured quantities of loot. When Amaziah returned from defeating the Edomites, he brought their idols back with him, set them up, worshipped them, and burnt incense to them. This made the Lord angry, so he sent a prophet to Amaziah. The prophet demanded, "Why have you worshipped foreign gods that could not even save their own people from your power? Since when," Amaziah interrupted, "have we made you advisor to the king? Stop talking or I'll have you killed." The prophet stopped, but not before saying, "Now I know the God has decided to destroy you because you have done all this and have ignored my advice." King Amaziah of Judah and his advisors plotted against Israel.
He then sent a message to King Jehoash of Israel, who was the son of Jehoahaz and the grandson of Jehu, challenging him to fight. Jehoash sent his answer to Amaziah. Once the thorn bush in the Lebanon mountains sent a message to Ziddah, "Give your daughter in marriage to my son." But a wild animal passed by and trampled the bush down. Now, Amaziah, you boast that you have defeated the Edomites, but I advise you to stay at home. Why stir up trouble? Trouble will only bring disaster on you and your people. But Amaziah refused to listen. It was God's will for Amaziah to be defeated because he had worshipped the Edomite idols. So King Joash of Israel went into battle against King Amaziah of Judah. They met at Bet Shemesh in Judah. The Judean army was defeated, and the soldiers fled to their homes. Jehoash captured Amaziah and took him to Jerusalem. There he tore down the city wall from Ephraim Gate to the corner gate, a distance of nearly 200 meters. He took back to Samaria as loot all the gold and silver in the temple. Temple equipment guarded by the descendants of Obed-Edom and the palace treasures. He also took hostages with him. King Amaziah of Judah outlived King Jehoash of Israel by 15 years. All the other things that Amaziah did from the beginning to the end of his reign are recorded in the history of kings of Judah and Israel. Ever since time when he rebelled against the Lord, there had been a plot against him in Jerusalem. Finally, he fled to the city of Lachish, but his enemies followed him there and killed him. His body was carried to Jerusalem on a horse, and he was buried in the royal tombs in David's city. Chapter 26. All the people of Judah chose Amaziah's 16-year-old son Uzziah to succeed his father as king. It was after the death of Amaziah that Uzziah recaptured Elath and rebuilt the city. Uzziah became king at the age of 16, and he ruled in Jerusalem for 52 years. His mother was a Jecoliah from Jerusalem. Following the example of his father, he did what was pleasing to the Lord. As long as Zechariah, his religious advisor, was living, he served the Lord faithfully, and God blessed him. Uzziah went to war against the Philistines. He tore down the walls of the cities of Gath, Jamnia, and Ashdod, and built fortified cities near Ashdod and in the rest of Philistia. God helped him to defeat the Philistines, the Arabs living at Gurbal, and the Meunites. The Ammonites paid tribute to Uzziah, and he became so powerful that his fame spread even to Egypt. Uzziah strengthened the fortifications of Jerusalem by building towers at the corner gate, at the valley gate, and where the wall turned. He also built fortified towers in the open country and dug many cisterns because he had large herds of livestock in the western foothills and plains. Because he loved farming, he encouraged the people to plant vineyards in the hill country and to farm the fertile land. He had a large army ready for battle. Its records were kept by his secretaries Jael and Maaseiah under the supervision of Hananiah, a member of the king's staff. The army was commanded by 2,600 officers. Under them were 307,500 soldiers able to fight effectively for the king against his enemies. Uzziah supplied the army with shields, spears, helmets, coats of armor, bows and arrows, and stones for slinging. In Jerusalem, his inventors made equipment for shooting arrows and for throwing large stones from the towers and corners of the city wall. His fame spread everywhere, and he became very powerful because of the help he received from God. But when King Uzziah became strong, he grew arrogant, and that led to his downfall. He defied the Lord his God by going into the temple to burn incense on the altar of incense. Azariah the priest, accompanied by 80 strong and courageous priests, followed the king to resist him. They said, Uzziah, you have no right to burn incense to the Lord. Only the priests who are descended from Aaron have been consecrated to do this. Leave this holy place. You have offended the Lord God, and you have no longer his blessing. Uzziah was standing there in the temple beside the incense altar and was holding an incense burner. He became angry with the priests, and immediately a dreaded skin disease broke out on his forehand. Azariah and other priests stared at the king's forehand in order and then forced him to leave the temple. He hurried to get out because the Lord had punished him. For the rest of his life, King Uzziah was ritually unclean because of his disease. Unable to enter the temple again, he lived in his own house, relieved of all his duties, while his son Jotham governed the country. Prophet Isaiah, son of Amos, recorded all the other things that King Uzziah did during his reign. Uzziah died and was buried in the royal burial ground, but because of the disease, he was not buried in the royal tombs. His son Jotham succeeded him as king. Chapter 27.
Jotham became king at the age of 25, and he ruled in Jerusalem for 16 years. His mother was Jerusha, the daughter of Zadok. He did what was pleasing to the Lord, just as his father had done. But unlike his father, he did not sin by burning incense in the temple. The people, however, went on sinning. It was Jotham who built the north gate of the temple and did extensive work on the city wall in the area of Jerusalem called Ophel. In the mountains of Judah, he built cities, and in the forests, he built forts and towers. He fought against the king of Ammon and his army and defeated them. There he forced the Ammonites to pay him the following tributes each year for 3 years: 3,400 kilograms of silver, 1,000 metric tons of wheat, and 1,000 metric tons of barley. Jotham grew powerful because he faithfully obeyed the Lord his God. The other events of Jotham's reign, his wars, and his policies are all recorded in the history of the kings of Israel and Judah. Jotham was 25 years old when he became king, and he ruled in Jerusalem for 16 years. He died and was buried in David's city, and his son Ahaz succeeded him as king. Chapter 28. Ahaz became king at the age of 20, and he ruled in Jerusalem for 16 years. He did not follow the good example of his ancestor, King David. Instead, he did what was not pleasing to the Lord, and followed the example of the kings of Israel. He had metal images of Baal made, burnt incense in the valley of Hinnom, and even sacrificed his own sons as burnt offering to idols, imitating the disgusting practice of the people whom the Lord had driven out of the land as the Israelites advanced. At the pagan places of worship on the hills and under every shade tree, Ahaz offered sacrifices and burnt incense. Because King Ahaz sinned, the Lord his God let the king of Syria defeat him and take a large number of Judeans back to Damascus as prisoners. The Lord also let the king of Israel, Pekah, son of Remaliah, defeat Ahaz and kill 120,000 of the bravest Judean soldiers in one day. The Lord, the God of their ancestors, permitted this to happen because the people of Judah had abandoned him. An Israelite soldier named Zikri killed King Ahaz's son Maaseiah, the palace administrator Azrikam, and Elkanah, who was second in command to the king. Even though the Judeans were their fellow countrymen, the Israelite army captured 200,000 women and children as prisoners and took them back to Samaria along with large amounts of loot. A man named Oded, a prophet of the Lord, lived in the city of Samaria. He met the returning Israelite army with its Judean prisoners as it was about to enter the city, and he said, "The Lord God of your ancestors was very angry with Judah and let you defeat them. But now he has heard of the vicious way you slaughtered them, and now you intend to make the men and women of Jerusalem and Judah your slaves. Don't you know that you also have committed sins against the Lord your God? Listen to me. These prisoners are your brothers and sisters. Let them go, or the Lord will punish you in his anger." 4 of the leading men of the northern kingdom, Azariah son of Jehohanan, Berechiah son of Meshilemoth, Jehizkiah son of Shallum, and Amasa son of Hadlai, also opposed the actions of the army. They said, "Don't bring those prisoners here. We have already sinned against the Lord and made him angry enough to punish us. Now you want to do this. Now you want to do something that will increase our guilt." So then the army handed the prisoners and the loot over to the people and their leaders, and the 4 men were appointed to provide the prisoners with clothing from the captured loot. They gave them clothes and sandals to wear, gave them enough to eat, and drank and put olive oil on their wounds. Those who were too weak to walk were put on donkeys, and all the prisoners were taken back to Judean territory at Jericho, the city of palm trees. Then the Israelites returned home to Samaria. The Edomites began to raid Judah again and captured many prisoners. So King Ahaz sent Tiglath-Pileser, the emperor of Assyria, to send help. At the same time, the Philistines were raiding the towns in the western foothills and in southern Judah. They captured the city of Beth-Shemesh, Aihalon, and Gederoth, and the cities of Soko, Timnah, and Gimzo with their villages, and settled there permanently. Because King Ahaz of Judah had violated the rights of his people and had defied the Lord brought trouble on Judah. The Assyrian emperor, instead of helping Ahaz, opposed him and caused him trouble. So Ahaz took the gold from the temple, the palace, and the homes of the leaders of the people and gave it to the emperor, but even this did not help. When his troubles were at their worst, the man Ahaz sinned against
the Lord more than ever. He offered sacrifices to the gods of the Syrians who had defeated him. He said, "The Syrian gods have the kings of Syria, so if I sacrifice to them, they may help me too." This brought disaster on him and on his nation. In addition, he took all the temple equipment and broke it in pieces. He closed the temple and set up altars in every part of Jerusalem. In every city and town in Judah, he built pagan places of worship, where incense was meant to be burned to foreign gods. In this way, he brought on himself the anger of the Lord, the God of his ancestors. All the other events of his reign, from beginning to the end, are recorded in the history of kings of Judah and Israel. King Ahaz died and was buried in Jerusalem, and not in the royal tombs. His son Hezekiah succeeded him as king. Chapter 29. Hezekiah became king of Judah at the age of 25, and he ruled in Jerusalem for 29 years. His mother was Abiah, the daughter of Zechariah. Following the example of his ancestor King David, he did what was pleasing to the Lord. In the first month of the year after Hezekiah became king, he reopened the gates of the temple and had them repaired. He assembled a group of priests and Levites in the east courtyard of the temple and spoke to them there. He said, "You Levites are to consecrate yourselves and purify the temple of the Lord, the God of the ancestors. Remove from the temple everything that defiles. Our ancestors were unfaithful to the Lord our God and did what was displeasing to him. They abandoned him and turned their backs on the place where he dwells. They closed the doors of the temple, let the lamps go out, and failed to burn incense or offer burnt offerings in the temple of the God of Israel. Because of this, the Lord has been angry with Judah and Jerusalem, and what he has done to them has shocked and frightened everyone. You know this very well. Our fathers were killed in battle, and our wives and children have been taken away as prisoners. I have now decided to make a covenant with the Lord, the God of Israel, so that he will no longer be angry with us. My sons, do not lose any time. You are the ones that the Lord has chosen to burn incense to him and to lead the people in worshiping him." The following Levites were there from the clan of Kohath, Mahat son of Amasai, and Joel son of Azariah. From the clan of Merari, Kish son of Abdi, and Azariah son of Jehalelel. From the clan of Gershon, Joah son of Zimna, and Eden son of Joah. From the clan of Elizaphan, Shimri and Jul. From the clan of Asaph, Zechariah and Mattaniah. From the clan of Heman, Jehuel and Shimei. From the clan of Jedutun, Shemaiah and Uziel. These men assembled their fellow Levites, and they all made themselves ritually clean. Then, as the king had commanded them to, they began to make the temple ritually clean according to the law of the Lord. The priests went inside the temple to purify it, and they carried out into the temple courtyard everything that was ritually unclean. From there, the Levites took it all outside the city to the valley of the Kidron. The work was begun on the first day of the first month, and by the 8th day they had finished it all, including the entrance room to the temple. They then worked for the next 8 days until the 16th of the month, preparing the temple for worship. The Levites made the following report to King Hezekiah. We have completed the ritual purification of the whole temple, including the altar for burnt offerings, the temple for the sacred bread, and all their equipment. We have also brought back all the equipment which King Ahaz took away during those years. He was unfaithful to God, and we have rededicated it. It is all in front of the Lord's altar. Without delay, King Hezekiah assembled the leading men of the city, and together they went to the temple. As an offering to take away the sins of the royal family and of the people of Judah, and to purify the temple, they took 7 bulls, 7 sheep, 7 lambs, and 7 goats. The king told the priests who were descendants of Aaron to offer the animals as sacrifices on the altar. The priests killed the bulls first, then the sheep, and then the lambs, and sprinkled the blood of each sacrifice on the altar. Finally, they took the goats to the king and to the other worshippers who laid their hands on them. Then the priests killed the goats and poured their blood on the altar as the sacrifices take away the sin of all the people, for the king had commanded burnt offerings and sin offerings to be made for all Israel. The king followed all the instructions that God had given to King David through God, king's prophet, and through the prophet Nathan. He stationed Levites in the temple with harps and cymbals, instruments like those that King David had used. The priests also stood there with trumpets. Hezekiah gave the order for the burnt offering to be presented, and as the offering began, the people sang praise to the Lord, and the musicians began to play the trumpets and all the other instruments.
Everyone who was there joined in worship, and the singing and the rest of the music continued until all the sacrifices had been burnt. Then King Hezekiah and all the people knelt down and worshipped God. The king and the leaders of the nation told the Levites to sing to the Lord the songs of praises that were written by David and by Asaph the prophet. So everyone sang with great joy as they knelt and worshipped God. Hezekiah said to the people, "Now that you are ritually clean, bring sacrifices as offerings of thanksgiving to the Lord." They obeyed, and some of them also voluntarily brought animals to be sacrificed as burnt offerings. They brought 70 bulls, 100 sheep, and 200 lambs as burnt offerings for the Lord. They also brought 600 bulls and 3,000 sheep as sacrifices for the people to eat. Since there were not enough priests to kill all these animals, the Levites had them until the work was finished. By then, more priests had made themselves ritually clean. In addition to offering the sacrifices that were burnt whole, the priests were responsible for burning the fat that was offered from the sacrifices, which the people ate, and for pouring out the wine that was presented with the burnt offerings. And so worship in the temple was begun again. King Hezekiah and the people were happy because God had helped them to do all this so quickly. Preparations for Passover. The people had not been able to celebrate the Passover festival at the proper time in the first month because not enough priests were ritually clean and not many people had assembled in Jerusalem. So King Hezekiah, his officials, and the people of Jerusalem agreed to celebrate it in the second month, and the king sent word to all the people of Israel and Judah. He took special care to send letters to the tribes of Ephraim and Manasseh, inviting them to come to the temple in Jerusalem to celebrate the Passover in honor of the Lord, the God of Israel. The king and the people were pleased with their plan, so they invited all the Israelites from Dan in the north of Beersheba in the south to come together in Jerusalem and celebrate the Passover according to the law in larger numbers than ever before. Messengers went out at the command of the king and his officials through all Judah and Israel with the following invitation. People of Israel, you have survived the Assyrian conquest of the land. Now return to the land of the God of Abraham, Isaac, and Jacob, and he will return to you. Do not be like your ancestors and your fellow Israelites who were unfaithful to the Lord their God. As you can see, he punished them severely. Do not be stubborn as they were, but obey the Lord. Come to the temple in Jerusalem, which the Lord your God has made holy forever, and worship him, so that he will no longer be angry with you. If you return to the Lord, then those who have taken your relatives away as prisoners will take pity on them and let them come back home. The Lord your God is kind and merciful, and if you return to him, he will accept you. The messengers went to every city in the territory of the tribes of Ephraim and Manasseh, and as far north as the tribe of Zebulun, but people laughed at them and ridiculed them. Still there were some from the tribes of Asher, Manasseh, and Zebulun who were willing to come to Jerusalem. God was also at work in Judah and united the people in their determination to obey his will by following the commands of the king and his officials. Passover is celebrated. A great number of people gathered in Jerusalem in the second month to celebrate the festival of unleavened bread. They took all the altars that had been used in Jerusalem for offering sacrifices and burning incense and threw them into the valley of Kidron. And on the 14th day of the month, they killed the lambs for the Passover sacrifice. The priests and the Levites, who were not ritually clean, were so ashamed that they dedicated themselves to the Lord, and now they could sacrifice burnt offerings in the temple. They took their places in the temple according to the instructions of the law of Moses, the man of God. The Levites gave the blood of sacrifices to the priest who sprinkled it on the altar. Because many of the people were not ritually clean, they could not kill the Passover lambs, so the Levites did it for them and dedicated lambs to the Lord. In addition, many of those who had come from the tribes of Ephraim, Manasseh, Issachar, and Zebulun had not performed the rituals of purification, and so they were observing Passover improperly. King Hezekiah offered this prayer for them. O Lord, the God of our ancestors, in your goodness, forgive those who are worshipping you with all their heart, even though they are not ritually clean. The Lord answered Hezekiah's prayer. He forgave the people
and did not harm them. For 7 days, the people who had gathered in Jerusalem celebrated the festival of unleavened bread with great joy, and one day and day after day, the Levites and the priests praised the Lord with all their strength. Hezekiah praised the Levites for their skill in conducting the worship of the Lord. A second celebration. After the 7 days, during which they offered sacrifices in praise of the Lord, the God of their ancestors, they all decided to celebrate for another 7 days. So they celebrated with joy. King Hezekiah contributed 1,000 bulls and 7,000 sheep for the people to kill and eat, and the officials gave them another 1,000 bulls and 10,000 sheep. A large number of priests went through the ritual of purification, so everyone is happy. The people of Judah, the priests, the Levites, the people who had come from the north, and foreigners who had settled permanently in Israel and Judah. The city of Jerusalem was filled with joy because nothing like this had happened since the days of King Solomon, the son of David. The priests and Levites asked the Lord's blessing on the people. In his home in heaven, God heard their prayers and accepted them. Chapter 31, Hezekiah reformed religious life. After the festival ended, all the people of Israel went to every city in Judah and broke the stone pillars, cut down the symbol of goddess Asherah, and destroyed the altars and the pagan place of worship. They did the same thing throughout the rest of Judah and territories of Benjamin, Ephraim, and Manasseh. Then they all returned home. King Hezekiah re-established the organization of priests and Levites, under which they each had specific duties. These included offering the burnt offerings and fellowship offerings, taking part in the temple worship, and giving praise and thanks in the various parts of the temple. From his own flocks and herds, he provided animals for the burnt offerings each morning and evening, and for those offered on the Sabbath, at the new moon festival, and at the other festivals which are required by the law of the Lord. In addition, the king told the people of Jerusalem to bring the offerings to which the priests and the Levites were entitled, so that they could give all their time to the requirements of the law of the Lord. As soon as the order was given, the people of Israel brought gifts of their finest corn, wine, olive oil, honey, and other farm produce, and they also brought the tithes of everything they had. All the people who lived in the cities of Judah brought tithes of their cattle and sheep, and they also brought large quantities of gifts which they dedicated to the Lord their God. The gifts started arriving in the 3rd month and continued to pile up for the next 4 months. When King Hezekiah and his officials saw how much had been given, they praised the Lord and praised his people Israel. The king spoke to the priests and the Levites about these gifts, and Azariah the high priest, a descendant of Zadok, said to him, "Since the people started bringing their gifts to the temple, there has been enough to eat and a large surplus besides. We all have this because the Lord has blessed his people." On the king's orders, they prepared storerooms in the temple area and put all the gifts and tithes in them for safekeeping. They placed a Levite named Conaniah in charge and made his brother Shimei his assistant. 10 Levites were assigned to work under them: Jehiel, Azaziah, Nahath, Asahel, Jerimoth, Josabad, Eliel, Isamachiah, Mahath, and Benaiah. All this was done under the authority of King Hezekiah and Azariah the high priest. Kol, son of Imnah, a Levite who was chief guard at the east gate of the temple, was in charge of receiving the gifts offered to the Lord and of distributing them. In the other cities where priests lived, he was faithfully assisted in this by other Levites: Eden, Minyaman, Jeshua, Shemaiah, Amariah, and Shechaniah. They distributed the food equally to their fellow Levites according to what their duties were, and not by clans. They gave a share to all male 30 years of age or older who were daily responsible in the temple in accordance with their positions. The priests were assigned their duties by clans, and the Levites 20 years of age or older were assigned their works by work groups. They were all registered together with their wives, children, and other dependents because they were required to be ready to perform their sacred duties at any time. Among the priests who lived in the cities assigned to Aaron's descendants or in the pasture lands belonging to these cities, there were responsible men who distributed the food to all the males in the priestly families and to everyone who was on the rolls of the Levite clans. Throughout all Judah, King Hezekiah did what was right and what was pleasing to the Lord his God. He was successful because everything he did for the temple or in observance of the law, he did
in a spirit of complete loyalty and devotion to his God. Chapter 32, the Assyrians threaten Jerusalem. After these events, in which King Hezekiah served the Lord faithfully, Sennacherib, the emperor of Assyria, invaded Judah. He besieged the fortified cities and gave orders for his army to break their way through the walls. When Hezekiah saw that Sennacherib intended to attack Jerusalem also, he and his officials decided to cut off the supply of water outside the city in order to prevent the Assyrians from having any water when they got near Jerusalem. The officials led a large number of people out and stocked up all the springs so that no more water flowed out of them. The king strengthened the city's defenses by repairing the wall, building towards on it, and building the outer wall. In addition, he repaired the defenses built on the land that was filled and on the east side of the old part of Jerusalem. He also had large number of spears and shields made. He placed all the men of the city under the command of army officers and ordered them to assemble in the open square at the city gate. He said to them, "Be determined and confident, and don't be afraid of the Assyrian emperor or of the army he is leading. We have more power on our side than he has on his. He has human power, but we have the Lord our God to help us and to fight our battles." The people were encouraged by these words of their king. Sometime later, where Sennacherib and his army were still at Lachish, he sent the following message to Hezekiah and the people of Judah who were with him in Jerusalem. "I, Sennacherib, emperor of Assyria, ask what gives you people the confidence to remain in Jerusalem under siege. Hezekiah tells you that the Lord your God will save you from our power, but Hezekiah is deceiving you and will let you die of hunger and thirst. He is the one who destroyed the Lord's shrines and altars and then told the people of Judah and Jerusalem to worship and burn incense at one altar only. Don't you know what my ancestors and I have done to the people of other nations? Did the God of any other nation save their people from the emperor of Assyria? When did any of the gods of all those countries ever save their country from us? Then what makes you think that your God can save you? Now don't let Hezekiah deceive you or mislead you like that. Don't believe him. No God of any nation has ever been able to save his people from any Assyrian emperor. So certainly this God of yours can't save you." The Assyrian officials said even worse things about Lord God and Hezekiah the Lord's servant. The letter that the emperor wrote defied the Lord, the God of Israel. It said, "The gods of nations have not saved their people from my power, and neither will Hezekiah's God save his people from me." The officials shouted this in Hebrew in order to frighten and discourage the people of Jerusalem who were on the city wall, so that it would be easier to capture the city. They talked about the God of Jerusalem in the same way that they talked about gods of other peoples, idols made by human hands. Then King Hezekiah and the prophet Isaiah, son of Amos, prayed to God and cried out to help for him. The Lord sent an angel that killed the soldiers and officers of the Assyrian army. So the emperor went back to Assyria, disgraced. One day, when he was in the temple of his god, some of his sons killed him with their swords. In this way, Lord rescued King Hezekiah and the people of Jerusalem from the power of Sennacherib, the emperor of Assyria, and also from their other enemies. He let the people live in peace with all the neighboring countries. Many people came to Jerusalem bringing offerings to the Lord and gifts to Hezekiah, so that from then on, all the nations held Hezekiah in honor. Hezekiah's illness and pride. About this time, King Hezekiah fell ill and almost died. He prayed, and the Lord gave him a sign that he would recover. But Hezekiah was too proud to show gratitude for what the Lord had done for him, and Judah and Jerusalem suffered for it. Finally, however, Hezekiah and the people of Jerusalem humbled themselves, and so the Lord did not punish the people until after Hezekiah's death. Hezekiah's wealth and splendor. King Hezekiah became very wealthy, and everyone held him in honor. He had storerooms built for his gold, silver, precious stones, spices, shields, and other valuable objects. In addition, he had storehouses built for his corn, wine, and olive oil, barns for his cattle, and enclosures for his sheep.
Besides all this, God gave him sheep and cattle and so much other wealth that he built many cities. It was King Hezekiah who blocked the outlet for the spring of Gihon and channeled the water to flow through a tunnel to a point inside the walls of Jerusalem. Hezekiah succeeded in everything he did, and even when Babylon ambassadors came to inquire about the unusual event that had happened in the land, God let Hezekiah go his own way only in order to test his character. The end of Hezekiah's reign. Everything else that King Hezekiah did and his devotion to the Lord are recorded in the vision of the prophet Isaiah son of Amos and in the history of the kings of Judah and Israel. Hezekiah died and was buried in the upper section of the royal tombs. All the people of Judah and Jerusalem paid him great honor at his death. His son Manasseh succeeded him as a king. King Manasseh of Judah, chapter 33. Manasseh was 12 years old when he became the king of Judah, and he ruled in Jerusalem for 45 years. Following the disgusting practices of the nations whom the Lord had driven out of the land as his people advanced, Manasseh sinned against the Lord. He rebuilt the pagan place of worship that his father Hezekiah had destroyed. He built altars for the worship of Baal, made images of the goddess Asherah, and worshipped the stars. He built pagan altars in the temple, the place that the Lord had said was where he should be worshipped forever. In the two courtyards of the temple, he built altars for the worship of the stars. He sacrificed his sons in the valley of Hinnom as burnt offerings. He practiced divination and magic and consulted fortune tellers and mediums. He sinned greatly against the Lord and stirred up his anger. He placed an image in the temple, the place about which God had said to David and his son Solomon, "Here in Jerusalem, in this temple, is the place that I have chosen out of all the territory of the 12 tribes of Israel as the place where I am to be worshipped. And if the people of Israel will obey all my commands and keep the whole law that my servant Moses gave them, then I will not allow them to be driven out of the land that I gave to their ancestors." Manasseh led the people of Judah to commit even greater sins than those committed by the nations whom the Lord had driven out of the land as his people advanced. Manasseh repents. Although the Lord warned Manasseh and his people, they refused to listen. So the Lord let the commanders of the Assyrian army invade Judah. They captured Manasseh, stuck hooks in him, put him in chains, and took him to Babylon. In his suffering, he became humble, turning to the Lord his God and begged him for help. God accepted Manasseh's prayer and answered it by letting him go back to Jerusalem and rule again. This convinced Manasseh that the Lord was God. After this, Manasseh increased the height of the outer wall on the east side of David's city from a point in the valley near the spring of Gihon, north to the fish gate and the area of the city called Ophel. He also stationed an army officer in command of a unit of troops in each of the fortified cities of Judah. He removed from the temple the foreign gods and the image that he had placed there, and the pagan altars that were on the hill where the temple stood and in another place in Jerusalem. He took all these things outside the city and threw them away. He repaired the altar where the Lord was worshipped, and he sacrificed fellowship offerings and thanksgiving offerings on it. He commanded all the people of Judah to worship the Lord, the God of Israel. Although the people continued to offer sacrifices at other places of worship, they offered them only to the Lord. The end of Manasseh's reign. Everything else that Manasseh did, the prayer he made to his God, and the messages of the prophets who had spoken to him in the name of the Lord, the God of Israel, are all recorded in the history of the king of Israel. The king's prayer and God's answer to it, and an account of the sins he committed before he repented, the evil he did, the pagan place of worship, and the symbols of the goddess Asherah that he made, and the idols that he worshipped are all recorded in the history of the prophets. Manasseh died and was buried at the palace, and his son Amon succeeded him as king. King Amon of Judah. Amon was 22 years age, when he became king of Judah, and he ruled in Jerusalem for 2 years. Like his father Manasseh, he sinned against the Lord, and he worshipped the idols that his father had worshipped. But unlike his father, he did not become humble and turn to the Lord. He was even more sinful than his father had been. Amon's officials plotted against him and assassinated him in the palace. The people of Judah killed Amon's assassins and made his son Josiah king. King Josiah of Judah. Josiah was 8 years old when he became king of Judah, and he ruled in Jerusalem for 31 years.
He did what was pleasing to the Lord. He followed the example of his ancestor King David, strictly obeying all the laws of God. Josiah attacks pagan worship. In the 8th year that Josiah was king, while he was still very young, he began to worship the God of his ancestor King David. 4 years later, he began to destroy the pagan places of worship, the symbol of goddess Asherah, and all the other idols. Under his direction, his men smashed the altars where Baal was worshipped and tore down the incense altars near them. They ground to the dust the images of Asherah and all other idols, and then scattered the dust in the graves of the people who had sacrificed to them. He burned the bones of the pagan priests on the altars where they had worshipped. By doing all this, he made Judah and Jerusalem ritually clean again. He did the same thing in the cities and the devastated areas of Manasseh, Ephraim, and Simeon, and as far north as Naphtali. Throughout the territory of the northern kingdom, he smashed the altars and the symbols of Asherah, ground their idols to dust, and broke in pieces all the incense altars. Then he returned to Jerusalem. The book of the law is discovered. In the 18th year of his reign, after he had purified the land and the temple by ending pagan worship, King Josiah sent 3 men to repair the temple of the Lord God: Shapha, son of Azaliah, Maaseiah, the governor of Jerusalem, and Joah, son of Joahaz, high officials. The money that the Levite guards had collected at the temple was handed over to Hilkiah the high priest. It had been collected from the people of Ephraim and Manasseh and the rest of the northern kingdom, and from the people of Judah, Benjamin, and Jerusalem. This money was then handed over to the 3 men in charge of the temple repairs, and they gave it to the carpenters and the builders to buy the stones and timber used to repair the building that the kings of Judah had allowed to decay. The men who did the work were thoroughly honest. They were supervised by 4 Levites, Jahath and Obadiah of the clan of Merari, and Zechariah and Meshullam of the clan of Kohath. Other Levites were in charge of transporting materials and supervising the workmen on various jobs, and others kept records or served as guards. While the money was taken out of the storeroom, Hilkiah found the book of the law of the Lord, the law that God had given to Moses. He said to Shaphan, "I have found the book of the law here in the temple." He gave Shaphan the book, and Shaphan took it to the king. He reported, "We have done everything that you commanded. We have taken the money that was kept in the temple and handed it over to the workmen and their supervisors." Then he added, "I have here the book that Hilkiah gave me," and he read it out loud to the king. When the king heard the book being read, he tore his clothes in dismay and gave the following order to Hilkiah and Ahikam, son of Shaphan, to Abdon, son of Micaiah, to Shaphan, the court secretary, and to Asaiah, the king's attendant. "Go and consult the Lord for me and for the people who still remain in Israel and Judah. Find out about the teachings of this book. The Lord is angry with us because our ancestors have not obeyed the word of the Lord and have not done what his book says must be done." At the king's command, Hilkiah and others went to consult a woman named Huldah, a prophet who lived in the newer part of Jerusalem. Her husband Shallum, the son of Tikva and her grandson of Harhas, was in charge of temple robes. They described to her what had happened, and she told him to go back to the king and give him the following messages from the Lord: "I am going to punish Jerusalem and all its people with the curses written in the book, and I was read to the king. They have rejected me and have offered sacrifices to other gods, and so stirred up my anger by all they have done. My anger is aroused against Jerusalem, and it will not die down. As for the king himself, this is what I, the Lord God of Israel, say: You listened to what is written in the book, you repented and humbled yourself before me, tearing your clothes and weeping, when you heard how I threatened to punish Jerusalem and his people. I have heard your prayer and the punishment which I am going to bring on Jerusalem. I will not come until after your death. I will not let you die in peace." The man returned to the king Josiah with this message. Josiah makes a covenant to obey the Lord. King Josiah summoned all the leaders of Judah and Jerusalem, and together they went to the temple, accompanied by priests and the Levites and all the rest of the people, rich and poor alike. Before them, all the king read aloud in the whole book of the covenant,
which had been found in the temple. He stood by the royal column and made a covenant with the Lord to obey him, to keep his laws and commands with all his heart and soul, and to put into practice the demands attached to the covenant as written in the book. He made the people of Benjamin and everyone else present in Jerusalem promise to keep the covenant. And so the people of Jerusalem obeyed the requirements of the covenant they had made with the God of their ancestors. King Josiah destroyed all the disgusting idols that were in the territory belonging to the people of Israel, and as long as he lived, he required the people to serve the Lord, the God of their ancestors. Chapter 35, Josiah celebrates the Passover. King Josiah celebrated the Passover at Jerusalem in honor of the Lord on the 14th day of the first month. They killed the animals for the festivals. He assigned to the priests the duties they were to perform in the temple and encouraged them to do them well. He also gave these instructions to the Levites, the teachers of Israel, who were dedicated to the Lord. But the sacred covenant box in the temple that King Solomon, the son of David, built, you are no longer to carry it from place to place, but you are to serve the Lord your God and his people Israel. Take your places in the temple by clans according to the responsibilities assigned to you by King David and his son King Solomon, and arrange yourselves so that some of you will be available to help each family of the people of Israel. You are to kill the Passover lambs and goats. Now make yourselves ritually clean and prepare the sacrifices in order that your fellow Israelites may follow the instructions which the Lord gave through Moses. For the use of people at the Passover, King Josiah contributed from his own herds and flocks 30,000 sheep, lamb, and young goats, and 3,000 bulls. His officials also made contributions for the people, the priests, and the Levites to use. And the officials in charge of the temple, Hilkiah, the high priest, Zechariah, and Jehiel, gave the priests 2,600 lambs and young goats and 300 bulls for sacrificing during the festival. The leaders of the Levites, Conaniah, Shemaiah, and his brother Nathaniel, Hashabiah, Jael, Jozabad, contributed 5,000 lambs and young goats and 500 bulls for the Levites to offer as sacrifice. When everything was arranged for the Passover, the priests and the Levites took their places commanded by the king. After the lambs and the goats had been killed, the Levites skinned them and the priests sprinkled the blood on the altar. Then they divided among the people by family groups the animals for burnt offerings so that they could offer them according to the instructions in the law of Moses. The Levites roasted the Passover sacrifices over the fire according to the regulations and boiled the sacred offerings in pots, cauldrons, and pans and quickly distributed the meat to the people. After this was done, the Levites provided meat for themselves and for the priest descended from Aaron. For the priests who were kept busy until night, burning the animals that were burnt whole and the fat of the sacrifice. The following musicians of the Levi clan of Asaph were in places assigned to them by King David's instruction. Asaph, Heman, and Jeduthun, the king's prophet. The guards at the temple gates did not need to leave their posts because the other Levites prepared the Passover for them. So as King Josiah had commanded, everything was done. The day for the worship of the Lord, the keeping of the Passover festival, and the offering of burnt offerings on the altar. For 7 days, all the people of Israel who were present celebrated the Passover and festival of unleavened bread. Since the days of the prophet Samuel, the Passover had never been celebrated like this. None of the former kings had ever celebrated a Passover like this one celebrated by King Josiah, the priests, the Levites, and the people of Judah, Israel, and Jerusalem in the 18th year of Josiah's reign, the end of Josiah's reign. After King Josiah had done all this for the temple, King Necho of Egypt led an army to fight at Carchemish on the river Euphrates. Josiah tried to stop him, but Necho sent Josiah this message. This war I am fighting does not concern you, King of Judah. I have not come to fight you, but to fight my enemies, and God has told me to hurry. God is on my side, so don't oppose me, or he will destroy you. But Josiah was determined to fight. He refused to listen to what God was saying through King Necho, so he disguised himself and went into battle on the plain of Megiddo. During the battle, King Josiah was struck by Egyptian arrows. He ordered his servants, "Take me away, I am badly hurt." They lifted him out of his chariot, placed him in a second chariot which he had there, and took him to Jerusalem. There he died and was buried in royal tombs. All the people of Judah and Jerusalem mourned his death. The prophet Jeremiah composed a lament for King Josiah. It has become a custom in Israel for the singers, both men and women,
to use this song when they mourn for him. This song is found in the collection of laments. Everything that Josiah did, his devotion to the Lord, his obedience to the law, and his history from the beginning to the end is all recorded in the history of the kings of Israel and Judah. King Jehoaz of Judah, chapter 36. The people of Judah chose Josiah's son Jehoaz and anointed him king in Jerusalem. Jehoaz was 23 years old when he became king of Judah, and he ruled in Jerusalem for 3 months. King Necho of Egypt took him prisoner and made Judah pay 3,400 kilograms of silver and 34 kilograms of gold as tribute. King Necho made Jehoaz's brother Eliakim the king of Judah and changed his name to Jehoiakim. Jehoaz was taken to Egypt by Necho. King Jehoiakim of Judah. Jehoiakim was 25 years old when he became king of Judah, and he ruled in Jerusalem for 11 years. He sinned against the Lord his God. King Nebuchadnezzar of Babylonia invaded Judah, captured Jehoiakim, and took him to Babylonia in chains. Nebuchadnezzar carried off some of the treasures of the temple and put them in his palace in Babylon. Everything that Jehoiakim did, including his disgusting practices and the evil he committed, is recorded in the history of the kings of Israel and Judah. His son Jehoiakim succeeded him as king. King Jehoiachin of Judah. Jehoiachin was 18 years old when he became king of Judah, and he ruled in Jerusalem for 3 months and 10 days. He too sinned against the Lord. When spring came, King Nebuchadnezzar took Jehoiakim to Babylonia as a prisoner and carried out the treasures of the temple. Then Nebuchadnezzar made Jehoiachin's uncle Zedekiah king of Judah and Jerusalem. King Zedekiah of Judah. Zedekiah was 21 years old when he became king of Judah, and he ruled in Jerusalem for 11 years. He sinned against the Lord and did not listen humbly to the prophet Jeremiah, who spoke the word of the Lord. The fall of Jerusalem. Zedekiah rebelled against King Nebuchadnezzar, who had forced him to swear in God's name that he would be loyal. He stubbornly refused to repent and return to the Lord, the God of Israel. In addition, the leaders of Judah, the priests, and the people followed the sinful example of the nations round them in worshipping idols, so they defiled the temple which the Lord himself had made holy. The Lord, the God of their ancestors, had continued to send prophets to warn his people because he wanted to spare them and the temple. But they ridiculed God's messengers, ignoring his words and laughing at his prophets, until at last the Lord's anger against his people was so great that there was no escape. So the Lord brought the king of Babylonia to attack them. The king killed the young men of Judah, even in the temple. He had no mercy on anyone, young or old, man or woman, sick or healthy. God handed them all over to him. The king of Babylonia looted the temple and temple treasury and the wealth of the king and his officials, and took everything back to Babylon. He burned down the temple and the city with all its palaces and its wealth, and broke down the city wall. He took all the survivors to Babylonia, where they served him and his descendants as slaves until the rise of the Persian Empire. And so what the Lord had foretold through the prophet Jeremiah was fulfilled. The land will lie desolate for 70 years to make up for the Sabbath's rest that had not been observed. Cyrus commands the Jews to return. In the first year that Cyrus of Persia was emperor, the Lord made what he had said through the prophet Jeremiah come true. He prompted Cyrus to issue the following command and send it out to everyone. Send it out in writing to be read aloud everywhere in his empire. This is the command of Cyrus, emperor of Persia. The Lord, the God of heaven, has made me ruler over the whole world and has given me the responsibility of building a temple for him in Jerusalem, in Judah. Now, all of you who are God's people, go there, and may the Lord your God be with you. The book of Ezra.
Cyrus commands the Jews to return. In the first year, the Cyrus of Persia was emperor. The Lord made what he had said through prophet Jeremiah come true. He prompted Cyrus to issue the following command and send it out in writing to be read aloud everywhere in his empire. This is the command of Cyrus, emperor of Persia. The Lord, the God of heaven, has made me ruler over the whole world and has given me the responsibility of building a temple for him in Jerusalem in Judah. May God be with all of you who are his people. You are to go to Jerusalem and rebuild the temple of the Lord, the God of Israel, the God who is worshipped in Jerusalem. If any of his people in exile need help to return, their neighbors are to give them this help. They are to provide them with silver and gold, supplies and pack animals, as well as offerings to present in the temple of God in Jerusalem. Then the heads of the clans of the tribes of Judah and Benjamin, the priests and Levites, and everyone else whose heart God had moved to God ready to go and rebuild the Lord's temple in Jerusalem. All their neighbors helped them by giving them many things: silver utensils, gold, supplies, pack animals, other valuables, and offerings for the temple. Cyrus gave back the bowls and cups that King Nebuchadnezzar had taken from the temple in Jerusalem and had put in the temple of his gods. He handed them over to Mithridath, chief of all treasury, who made an inventory of them for Sheshbazzar, the governor of Judah, as follows: gold bowls for offerings 30, silver bowls for offerings 1,000, other bowls 29, small gold bowls 30, small silver bowls 410, other utensils 1,000. In all there were 5,400 gold and silver bowls and other articles which Sheshbazzar took with him when he and the other exiles went from Babylon to Jerusalem. The list of those who returned from exile. Chapter 2. Many of the exiles left the province of Babylon and returned to Jerusalem and Judah, each to his own city. Their families had been living in exile in Babylonia ever since King Nebuchadnezzar had taken them there as prisoners. Their leaders were Zerubbabel, Joshua, Nehemiah, Seraiah, Reelaiah, Mordusai, Bilshan, Mispar, Bigwai, Rehum, and Bana. This is a list of the clans of Israel with the number of those from each clan who returned from exile. Parosh 2172, Shephatiah 372, Ara 775, Pahat Moab 2812, Elam 1254, Zatu 945, Zakai 760, Bani 642, Bebai 623, Azgad 1222, Adunikam 666, Bigwai 2056, Adin 454, Ater 98, Bizai 323, Jorah 112, Hashum 223, Gibar 95. People whose ancestors had lived in the following towns also returned: Bethlehem 123, Netophah 56, Anathoth 128, Azmaveth 42, Kiryat Jearim, Shephirah and Beeroth 743, Ramah and Geba 621, Mikmash 122, Bethel and Ai 223, Nebo 52, and Magbish 156, the other Elam 1254, Harim 320, Lord Hadid and Ono 725, Jericho 345, Sena 3630. എവിടെയാ വായിക്കുന്നത് നീ എവിടെയാ വായിക്കുന്നത് Ezra എസ്ര ഏത് ചാപ്റ്റർ 2 അത് ഞാൻ ഇട്ടേക്കാം അവിടെ, അല്ലെങ്കിൽ ഇനി വരുന്നവർക്ക് അറിയാവോ? ഓക്കെ, വായിച്ചു. This is the list of priestly clans that returned from exile: Jediah 973, Emer 1052, Pashur 1247, Harim 1017,
clans of Levites who returned from exile: Jeshua and Kadmiel, 74, temple musicians, 128, temple guards, descendants of Shallum, Ater, Talmon, Akub, Hatita, and Shobai, 139, clans of temple workmen who returned from exile: Ziha, Hashufa, Tabaoth, Keros, Sia, Padon, Lebana, Hagaba, Akub, Hagab, Shamlai, Hanan, Gidel, Gahar, Ria, Rezin, Nekoda, Gazam, Uzzah, Pase, Bisai, Asna, Meunim, Nephishim, Bakbuk, Hakufa, Harhur, Bazluth, Mehida, Harsha, Barkos, Sisera, Tema, Nezia, and Hatifa. Clans of Solomon's servants who returned from exile: Sotai, Hashoferet, Peruda, Jala, Darkon, Gedel, Shephatiah, Hatil, Posheret, Hazibem, and Ami. The total number of descendants of the temple workmen and of Solomon's servants who returned from exile was 392. There were 652 belonging to the clans of Deliah, Tobiah, Nekoda, who returned from the towns of Tel Melah, Tel Harsha, Sherub, Adan, and Imer, but they could not prove that they were descendants of Israelites. The fellow priestly clans could not find no record to prove their ancestry: Hebiah, Hakkoz, and Barzillai. The ancestor of the priestly clan of Barzillai had married a woman from the clan of Barzillai of Gilead and taken the name of his father-in-law's clan. Since they were unable to prove who their ancestors were, they were not accepted as priests. The Jewish governor told them that they could not eat the food offered to God until there was a priest who could use the Urim and Thummim. Total number of exiles who returned: 42360. Their male and female servants, 7337. Male and female musicians, 200. Horses, 736. Mules, 245. Camels, 435. Donkeys, 6720. When the exiles arrived at the Lord's temple in Jerusalem, some of the leaders of the clans gave freewill offerings to help rebuild the temple on its old site. They gave as much as they could for work, and the total came to 500 kilograms of gold, 2,800 kilograms of silver, and 100 robes for priests. The priests, the Levites, and some of the people settled in or near the Jerusalem. The musicians, the temple guards, and the temple workmen settled in nearby towns, and the rest of the Israelites settled in towns where the ancestors had lived. Chapter 3, worship begins again. By the 7th month, the people of Israel were all settled in towns. Then they all assembled in Jerusalem, and Joshua, son of Jehozadak, his fellow priest, and Zerubbabel, son of Shealtiel, together with his relatives, rebuilt the altar of God of Israel so that they could burn sacrifices on it according to the instructions written in the law of Moses, the man of God. Even though the returning exiles were afraid of the people who were living in the land, they rebuilt the altars where it had stood before. Then they began once again to burn on it the regular morning and evening sacrifices. They celebrated the festival of shelters according to the regulations. Each day they offered the sacrifices required for that day, and in addition they offered the regular sacrifices to be burnt whole and those to be offered at the new moon festival and at all the other regular assemblies at which the Lord is worshipped, as well as the offerings that were given to the Lord voluntarily. Although the people had not yet started to rebuild the temple, they began on the first day of the 7th month to burn sacrifices to the Lord. The rebuilding of temple begins. The people gave money to pay the stone masons and the carpenters, and gave food, drink, and olive oil to be sent to the cities of Tyre and Sidon in exchange for cedar trees from Lebanon, which were to be bought by sea to Joppa. All this was done with permission to Cyrus, emperor of Persia. So in the 2nd month of the year, after they came back to the site of temple in Jerusalem, they began work. Zerubbabel, Joshua, and the rest of their fellow countrymen and priests and the Levites, in fact all the exiles who had come back to Jerusalem, joined in the work. All the Levites, 20 years of age or older, were put in charge of the work of rebuilding the temple. The Levite, Joshua and his son, and relatives, and Kadmiel and his sons joined together in taking charge of the rebuilding of the temple. They were helped by the Levites of the clan of Henadad. When the men started to lay the foundation of the temple, the priests in their robes took their place
with trumpets in their hands, and Levites of the clan of Asaph stood there with cymbals. They praised the Lord according to the instructions handed down from the time of King David. They sang from the Lord's praises, repeating the refrain, "The Lord is good, and his love for Israel is eternal." Everyone shouted with all his might, praising the Lord because the work on the foundation of the temple had been started. Many of the older priests, Levites, and heads of clans had seen the first temple, and as they watched the foundation of this temple being laid, they cried and wailed, but the others who were there shouted for joy. No one could distinguish between the joyful shouts and the crying because the noise they made was so loud that it could be heard far and wide. Opposition to rebuilding of the temple. The enemies of the people of Judah and Benjamin heard that those who had returned from exile were rebuilding the temple of the Lord, the God of Israel. So they went to Zerubbabel and the heads of the clans and said, "Let us join you in building the temple. We worship the same God you worship, and we have been offering sacrifices to him ever since Esarhaddon, the emperor of Assyria, sent us here to live." Zerubbabel, Joshua, and the heads of the clans said to them, "We don't need your help to build a temple for the Lord our God. We build it ourselves, just as Cyrus, emperor of Persia, commanded us." Then the people who had been living in the land tried to discourage and frighten the Jews and keep them from building. They also bribed Persian government officials to work against them. They kept on doing this throughout the reign of Cyrus and into the reign of Darius. Opposition to the rebuilding of Jerusalem. At the beginning of the reign of Xerxes, the emperor, the enemies of the people living in Judah and Jerusalem brought written charges against him. Again, in the reign of Artaxerxes, emperor of Persia, Bishlam, Mithridates, Tabeel, and their associates wrote a letter to the emperor. The letter was written in Aramaic and was to be translated when read. Also, Rehum, the governor, and Shimshai, the secretary of the province, wrote the following letter to Artaxerxes about Jerusalem. From Rehum, the governor, from Shimshai, secretary of the province, from their associates, the judges, and from all the other officials, from men originally from Erech, Babylon, and Susa in the land of Elam, together with other people whom the great and powerful Ashurbanipal moved from their homes and settled in the city of Samaria and elsewhere in the province of West Euphrates. This is the text of the letter to Emperor Artaxerxes from his servants, the men of West Euphrates. We want your majesty to know that the Jews who had come here from your other territories have settled in Jerusalem and are rebuilding that evil and rebellious city. We have begun to rebuild the walls and will soon finish them. Your majesty, if the city is rebuilt and its walls are completed, the people will stop paying taxes and your royal revenues will decrease. Now, because we are under obligation to your majesty, we do not want to see this happen, and so do we suggest that you order a search to be made in the records your ancestor kept. If you do, you will discover that this city has always been rebellious and that from ancient times it has been given troubles to king and to rulers of provinces. Its people have always been hard to govern. This is why the city was destroyed. We therefore are convinced that if the city is rebuilt and its walls are completed, your majesty will no longer be able to control the province of West Euphrates. The emperor sent this answer to Rehum, to Shimshai, secretary of province, and to their associates who live in Samaria and the rest of West Euphrates. Greetings. The letter which you have sent me, being translated and read to me, I gave orders for an investigation to be made, and it has indeed been found that from ancient times Jerusalem has revolted against royal authority, and that it has been full of rebels and troublemakers. Powerful kings have reigned there and have ruled over the entire province of West Euphrates, collecting taxes and revenues. Therefore, you are to issue orders that those men are to stop rebuilding the city until I give further commands. Do this at once, so that no more harm may be done to my interest. As soon as this letter from Artaxerxes was written to Rehum, Shimshai and their associates, they hurried to Jerusalem and forced the Jews to stop rebuilding the work. The work on temple begins again. Chapter 5. Work on the temple had been stopped
and had remained at the standstill until the second year of the reign of Darius, emperor of Persia. At that time, two prophets, Haggai and Zechariah, sons of Edo, began to speak in the name of the God of Israel to the Jews who lived in Judah and Jerusalem. When Zerubbabel, son of Shealtiel, and Joshua, son of Jehozadak, heard their messages, they began to rebuild the temple in Jerusalem, and the two prophets helped them. Almost at once, Tatane, governor of West Euphrates, Shethar-Bozenai, and their fellow officials came to Jerusalem and demanded, "Who gave you orders to rebuild the temple and equip it?" They also asked for the names for all the men who were building the temple, who were helping to build the temple. But God was watching over the Jewish leaders, and the Persian officials decided to take no action until they could write to Darius and receive a reply. This is the report that they sent to the emperor. To Emperor Darius, may you rule in peace. Your Majesty should know that you went to the province of Judah and found that the temple of the great God is being rebuilt with large stone blocks and with wooden beams set in the wall. The work is being done with great care and is moving ahead steadily. We then asked the leaders of the people to help us to tell us who had given them authority to rebuild the temple and to equip it. We also asked their names so that we could inform you who the leaders of this work are. They answered, "We are servants of the God of heaven and earth, and we are rebuilding the temple which was originally built and equipped many years ago by a powerful king of Israel. But because our ancestors made the God of heaven angry, he let them be conquered by King Nebuchadnezzar of Babylonia, a king of the Chaldean dynasty. The temple was destroyed, and the people were taken into exile in Babylonia. Then, in the first year of the reign of King Cyrus as emperor of Babylonia, Cyrus issued orders for the temple to be rebuilt. He restored the gold and silver temple utensils which Nebuchadnezzar had taken from the temple in Jerusalem and had placed in the temple of Babylon. Cyrus handed these temples over to a man named Sheshbazzar, whom he appointed governor of Judah. The emperor told him to take them and return them to the temple and in Jerusalem and to rebuild the temple when it had stood before. So Sheshbazzar came and laid its foundation. Construction is contained from then until the present, but the temple is still not finished. But if it please your Majesty, let a search be made in the royal records in Babylon to find whether or not Cyrus gave orders for this temple in Jerusalem to be rebuilt, and then inform us what your will is in this matter. Chapter 6. Cyrus' order is rediscovered. So Darius, the emperor, issued orders for a search to be made in the royal records that were kept in Babylon, but it was in the city of Ecbatana, in the province of Media, that the scroll was found containing the following record. In the first year of his reign, Cyrus the emperor commanded that the temple in Jerusalem be rebuilt as a place where sacrifices are made and offerings are burnt. The temple is to be 27 meters high and 27 meters wide. The walls are to be built with one layer of wood on top of every 3 layers of stone. All expenses are to be paid by the royal treasury. Also, the gold and silver utensils that King Nebuchadnezzar brought to Babylon to the temple in Jerusalem are to be returned to their proper place in the Jerusalem temple. Darius orders the work to continue. Then Darius sent the following reply to Tatanai, governor of West Euphrates, Shethar-Bozenai, and your fellow officials in West Euphrates. Stay away from the temple and do not interfere with its construction. Let the governor of Judah and the Jewish leaders rebuild the temple of God where it stood before. I hereby command you to help them rebuild it. The expenses are to be paid promptly out of the royal funds received from the taxes in West Euphrates, so that the work is not interrupted. Day by day, without fail, you are to give the priests in Jerusalem whether they tell you they need young bulls, sheep, or lambs, and be burned as offerings to the God of heaven, and with wheat, salt, wine, or olive oil. This is to be done so that they can offer sacrifices that are acceptable to the God of heaven and pray for his blessing on me and my sons. I further command that if anyone disobeys this order, a wooden beam is to be torn out of his house, sharpened at one end, and then driven through his body, and his house is to be made of a rubbish heap. May the God who chose Jerusalem as a place where he is to be worshipped overthrow any kind or nation, any king or nation that defies the commands and tries to destroy the
temple there. I, Darius, have given this order. It is to be fully obeyed. The temple is dedicated. Then Tattenai, the governor, Shether, Bozunai, and the fellow officials did exactly as the emperor had commanded. The Jewish leaders made good progress with the building of the temple, encouraged by the prophets Haggai and Zechariah. They completed the temple, and as they had been commanded by the God of Israel and by Cyrus, Darius, and Artaxerxes, emperor of Persia, they finished the temple on the third day of the month, Adar, in the sixth year of the reign of Darius the emperor. And the people of Israel, the priests, the Levites, and all the others who had returned from the exile, joyfully dedicated the temple. For the dedication, they offered 100 bulls, 200 sheep, and 400 lambs as sacrifices, and 12 goats as offerings for sin, one for each tribe of Israel. They also organized the priests and Levites for the temple services in Jerusalem, according to the instructions contained in the book of Moses. The Passover. The people who returned from exile celebrated Passover on the 14th day of the month, 14th day of the first month of the following year. All the priests and the Levites had purified themselves and were ritually clean. The Levites killed the animals for the Passover sacrifices for all the people who had returned, for the priest and for themselves. The sacrifices were eaten by all the Israelites who returned from exile and by all those who had given up the pagan ways of the other people who were living in the land and who had come to worship the Lord God of Israel. For 7 days they joyfully celebrated the festival of unleavened bread. They were full of joy because the Lord had made the emperor of Assyria favorable to them, so that he had supported them in their work of rebuilding the temple of God of Israel. Ezra arrives in Jerusalem. Many years later, Ezra arrives in Jerusalem, chapter 7. Many years later, when Artaxerxes was emperor of Persia, there was a man named Ezra. He traced his ancestors back to Aaron, the high priest, as follows. Ezra was the son of Seraiah, son of Azariah, son of Hilkiah, son of Shallum, son of Zadok, son of Ahitub, son of Amariah, son of Azariah, son of Meratiah, son of Zerahiah, son of Uzi, son of Buki, son of Abishua, son of Phinehas, son of Eleazar, son of Aaron. Ezra was a scholar with a thorough knowledge of the law, which the Lord, the God of Israel, had given to Moses. Because Ezra had the blessing of the Lord his God, the emperor gave him everything he asked for. In the 7th year of the reign of Artaxerxes, Ezra set out from Babylonia for Jerusalem with a group of Israelites, which included priests, Levites, temple musicians, temple guards, and workmen. They left Babylonia on the first day of the first month, and with God's help, they arrived in Jerusalem on the first day of the 5th month. Ezra had devoted his life to studying the law of the Lord, to practicing it, and to teaching all its laws and regulations to the people of Israel. The document which Artaxerxes gave to Ezra. Artaxerxes gave the following document to Ezra, the priest and scholar, who had a thorough knowledge of the laws and commands which the Lord had given to Israel. From Artaxerxes, the emperor, to Ezra, the priest, the scholar in law of the God of heaven, I command that throughout my empire all the Israelite people, priests and Levites that so desire, be permitted to go with you to Jerusalem. I, together with my 7 counselors, send you to investigate the conditions in Jerusalem and Judah in order to see how well the law of your God, which has been entrusted in you, is being obeyed. You are to take with you the gold and silver offerings which I and my counselors desire to give to the Lord God of Israel, whose temple is in Jerusalem. You are also to take all the silver and gold which you collect throughout the province of Babylon, and the offerings which the Israelite people and their priests give for the temple of their God in Jerusalem. You are to spend this money carefully and buy bulls, rams, lambs, corn, and wine, and offer them on the altar of the temple in Jerusalem. You may use the silver and gold that is left over for whatever you and your fellow countrymen desire, and in accordance with the will of your God, you are to present to God in Jerusalem all the utensils that you have been given to you for use in temple services, and anything else which you need for the temple you may get from the royal treasury. I command all the treasury officials in the province of Euphrates
to provide promptly for Ezra, the priest and scholar in the law of God of heaven, everything he asked for you, up to a limit of 3,400 kilograms of silver, 10,000 kilograms of wheat, 2,000 liters of wine, 2,000 liters of olive oil, and as much salt as necessary. You must be careful to provide everything which the Lord God of heaven requires for his temple, and so make sure that he is never angry with me or with those who reign after me. You are forbidden to collect any taxes from the priests, Levites, and musicians, guards, workmen, or anyone else connected with this temple. You, Ezra, using this wisdom which your God has given you, you are to appoint administrators and judges to govern all the people in West Euphrates who live by the law of your God. You must teach the law to anyone who does not know it. If anyone obeys the law of your God or the laws of the empire, he is to be punished promptly by death or by exile or by confiscation of his property or by imprisonment. അമ്മു Huh? 27 chapter 7 verse 27. ഓക്കെ. എനിക്ക് ഒരു സ്ക്രീൻ ഷെയറിംഗ് പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പൊ അമ്മു വെയിറ്റ് ചെയ്യുവോ അതോ? എന്റെ 3:30 വരെയാണ് റീഡിംഗ് സ്ലോട്ട്. ഓക്കെ, ഞാൻ അപ്പം ചേച്ചിക്ക് ഇത് ഓപ്ഷൻ അല്ലെങ്കിൽ സ്ക്രീൻ ഷെയർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഞാൻ വായിച്ചോളാം. ഓക്കെ, ശരി. ജെറൂസലേമിൽ കർത്താവിന്റെ ആലയം മനോഹരമായി പണിതുയർത്തുന്നതിന് രാജാവിനെ പ്രചോദിപ്പിച്ച് നമ്മുടെ പിതാക്കന്മാരുടെ രാജാവായ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. രാജാവിന്റെയും ഉപദേഷ്ടാക്കളുടെയും സേവക പ്രമുഖന്മാരുടെയും മുൻപിൽ അവിടുന്ന് തന്റെ അനശ്വര സ്നേഹം എന്റെ മേൽ ചൊരിഞ്ഞു. എന്റെ ദൈവമായ കർത്താവിന്റെ കരം എന്റെ മേലുണ്ടായിരുന്നതിനാൽ പ്രമുഖന്മാരായ ഇസ്രായേലരെ കൂട്ടിക്കൊണ്ടു പോകുന്നതിന് ഞാൻ ധൈര്യപ്പെട്ടു. അധ്യായം 8. എസ്രയോട് കൂടി വന്നവർ. അർത്താക്സെർക്സസ് രാജാവിന്റെ ഭരണകാലത്ത് എന്നോടൊപ്പം ബാബിലോണിൽ നിന്ന് പോന്ന കുടുംബ തലവന്മാരുടെ വംശാവലിക്രമത്തിൽ ഫിനെഹാസ് കുടുംബത്തിൽപ്പെട്ട ഗർഷോം, ഇത്താമർ വംശജനായ ദാനിയേൽ, ദാവീദിന്റെ കുടുംബത്തിൽപ്പെട്ട ഷെക്കാനിയയുടെ പുത്രൻ ഹത്തൂഷ്, പറോഷ് കുടുംബത്തിൽപ്പെട്ട സഖറിയായും 180 പേരും, പഹാത്ത് മൊവാബ് വംശജനായ സെറാഫിയയുടെ മകൻ ഏലിയഹോവേനിയായും 200 പേരും, സാത്തൂന്റെ കുടുംബത്തിൽപ്പെട്ട യഹസിയേലിന്റെ മകൻ ഷെക്കാനിയായും 300 പേരും, അദീൻ വംശജനായ ജോനാഥാന്റെ മകൻ ഏബദും 50 പേരും, ഏലാമിന്റെ കുടുംബത്തിൽപ്പെട്ട അത്താലിയായും മകൻ യേശായായും 70 പേരും, ഷെഫാത്തിയ വംശജനായ മിഖായേലിന്റെ മകൻ സെബാദിയായും 80 പേരും, യോവാബിന്റെ കുടുംബത്തിൽപ്പെട്ട യഹിയേലിന്റെ മകൻ ഒബാദിയായും 128 പേരും, ബാനി വംശജനായ യോസെഫിയയുടെ മകൻ ഷെലോമിത്തും 120 പേരും, ബേബായിയുടെ കുടുംബത്തിൽപ്പെട്ട ബേബായിയുടെ മകൻ സഖറിയായും 28 പേരും, അസ്ഗാദിന്റെ കുടുംബത്തിൽപ്പെട്ട ഹക്കാത്തിന്റെ മകൻ യോഹന്നാനും 110 പേരും, അദോനികാമിന്റെ കുടുംബത്തിൽപ്പെട്ട എലിഫെലെത്ത്, യെശുവേൽ, ഷെമായ എന്നിവരും 60 പേരും. ഇവർ പിന്നീടാണ് വന്നത്. ബിഗ്വായ് വംശജനായ ഉത്തായിയും സക്കൂറും 70 പേരും. അഹാവായിലേക്ക് ഒഴുകുന്ന നദിയുടെ തീരത്ത് ഞാൻ അവരെ ഒരുമിച്ച് കൂട്ടി. അവിടെ ഞങ്ങൾ 3 ദിവസം താമസിച്ചു. പുരോഹിതന്മാരെയും ജനത്തെയും പരിശോധിച്ചപ്പോൾ ലേവിയുടെ പുത്രന്മാരും ആരുമില്ലെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ എലിയേസർ, അരിയേൽ, ഷെമായ, എൽനാഥാൻ, യാരിബ്, നാഥാൻ, സഖറിയ, മെഷുല്ലാം എന്നീ പ്രമുഖന്മാരെയും യോയാറീബ്, എൽനാഥാൻ എന്നീ പ്രതിഭാശാലികളെയും ആളയച്ചു. ഞാൻ അവരെ കാസിഫയിലെ പ്രമുഖനായ ഈദോയുടെ അടുക്കലേക്ക് അയച്ചു. ഞങ്ങൾക്ക് ദേവാലയ ശുശ്രൂഷകരെ അയച്ചു തരണമെന്ന് കാസിഫയിലെ ദേവാലയ ശുശ്രൂഷകരായ ഈദോയോടും സഹോദരന്മാരോടും അഭ്യർത്ഥിക്കാനാണ് അവരെ അയച്ചത്. ദൈവകൃപയാൽ ഇസ്രായേലിന്റെ പുത്രനായ ലേവിയുടെ മകൻ
മഹ്ലിയുടെ കുടുംബത്തിൽപ്പെട്ട വിവേകിയായ ഷെറാബിയെയും അവൻ പുത്രന്മാരെയും ബന്ധുജനങ്ങളുമായി 18 പേരെയും അവർ കൊണ്ടുവന്നു. ഹസാബിയായെയും അവനോടൊപ്പം മെറാറി കുടുംബത്തിൽപ്പെട്ട യശായെയും അവന്റെ പുത്രന്മാരും ബന്ധുക്കളുമായി 20 പേരെയും അവർ കൊണ്ടുവന്നു. ദാവീദും സേവകന്മാരും ലേവ്യരുടെ ശുശ്രൂഷയ്ക്കായി വേർതിരിച്ചിരുന്ന 120 ദേവാലയ ശുശ്രൂഷകർക്ക് പുറമെയാണിവർ. ഇവരുടെ പേര് പട്ടികയിലുണ്ട്. ദൈവസന്നിധിയിൽ ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തുന്നതിനും മക്കളോടും വസ്തുവകകളോടും കൂടെയുള്ള ഞങ്ങളുടെ യാത്ര സുഗമമാക്കുന്നതിനും വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് അഹാവ നദീതീരത്ത് വെച്ച് ഞാനൊരു ഉപവാസം പ്രഖ്യാപിച്ചു. യാത്രയിൽ ഞങ്ങളെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുന്നതിന് ഒരു സംഘം പടയാളികളെയും കുതിരപ്പടയെയും രാജാവിനോട് ആവശ്യപ്പെടാൻ എനിക്ക് ലജ്ജയായിരുന്നു. കാരണം ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ മേൽ അവിടുത്തെ കാരുണ്യം ഉണ്ടായിരിക്കുമെന്ന്, ദൈവത്തെ ഉപേക്ഷിക്കുന്നവരുടെ മേൽ അവിടുത്തെ ക്രോധം ഉണ്ടായിരിക്കും എന്നും ഞങ്ങൾ രാജാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനാൽ ഞങ്ങൾ ഉപവസിച്ച് ദൈവത്തോട് യാചിക്കുകയും അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്തു. പ്രമുഖരായ 12 പുരോഹിതന്മാരെ ഞാൻ തിരഞ്ഞെടുത്തു. ഷെറബിയായും ഹഷാബിയായും അവരുടെ ബന്ധുക്കളായ 10 പേരും രാജാവും ഉപദേശകരും പ്രഭുക്കന്മാരും അവിടെ സന്നിഹിതരായ ഇസ്രായേൽ ജനം മുഴുവനും ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിന് വേണ്ടി കാഴ്ചയായി അർപ്പിച്ച സ്വർണവും വെള്ളിയും പാത്രങ്ങളും ഞാൻ അവരെ തൂക്കിയേൽപ്പിച്ചു. 180 താലന്ത് വെള്ളി, 100 താലന്ത് വരുന്ന 50 വെള്ളിപ്പാത്രങ്ങൾ, 100 താലന്ത് സ്വർണം, 1000 ദാരിക് വരുന്ന 20 സ്വർണ്ണപാത്രങ്ങൾ, സ്വർണം പോലെ അമൂല്യവും തിളങ്ങുന്നതുമായ 2 ഓട്ടപാത്രങ്ങൾ, ഇവയാണ് ഞാൻ തൂക്കിയേൽപ്പിച്ചത്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ കർത്താവിന് വിശുദ്ധരാണ്, ഈ പാത്രങ്ങൾ വിശുദ്ധമാണ്. ഈ സ്വർണവും വെള്ളിയും നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനുള്ള സ്വാദിഷ്ട കാഴ്ചകളാണ്. കർത്താവിന്റെ ആലയത്തിലെത്തി അവിടുത്തെ അറകൾക്കുള്ളിൽ വെച്ച് പ്രധാന പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും ജെറൂസലേമിലേക്കുള്ള ഇസ്രായേൽ കുടുംബത്തലവന്മാരും മുൻപാകെ തൂക്കിയേൽപ്പിക്കുന്നതുവരെ അവ സൂക്ഷിക്കുക. അങ്ങനെ പുരോഹിതന്മാരും ലേവ്യരും ജെറൂസലേമിൽ ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് സ്വർണവും വെള്ളിയും പാത്രങ്ങളും തൂക്കം ബോധ്യപ്പെട്ട് ഏറ്റുവാങ്ങി. 1-ാം മാസം 12-ാം ദിവസം ഞങ്ങൾ അഹാവ തീരത്ത് ജെറൂസലേമിലേക്ക് പുറപ്പെട്ടു. ദൈവത്തിന്റെ കരം ഞങ്ങളോട് കൂടി ഉണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും വഴിയിലുള്ള അപകടങ്ങളിൽ നിന്നും രക്ഷിച്ചു. ഞങ്ങൾ ജെറൂസലേമിലെത്തി 3 ദിവസം വിശ്രമിച്ചു. 4-ാം ദിവസം ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിൽ വെച്ച് ഊറിയയുടെ മകനും പുരോഹിതനുമായ മെറേമോത്തിന്റെ സ്വർണവും വെള്ളിയും പാത്രങ്ങൾ തൂക്കിയേൽപ്പിച്ചു. ഫിനെഹാസിന്റെ മകൻ എലയാസറും ലേവ്യരും യെശുവയുടെ മകൻ യോസബാദും ബിന്നൂയിയുടെ മകൻ നോവാദിയായും അവനോടൊപ്പം ഉണ്ടായിരുന്നു. അവയുടെ എണ്ണം തൂക്കവും തിട്ടപ്പെടുത്തി കുറിച്ചു വെച്ചു. മടങ്ങിയെത്തിയ പ്രവാസികൾ ഇസ്രായേൽ ജനത്തിന് വേണ്ടി 12 കാള, 96 മുട്ടാട്, 77 ചെമ്മരിയാട് എന്നിവയെയും ദഹനബലിയായി 12 മുട്ടാടിനെ പാപപരിഹാര ബലിയായി ഇസ്രായേലിനെ ദൈവത്തിന് അർപ്പിച്ചു. ഇതെല്ലാം കർത്താവിനുള്ള ദഹനബലിയാണ്. അവർ രാജകൽപ്പന പ്രഭുക്കന്മാരെയും നദിക്കരയുള്ള ഇടപ്രഭുക്കന്മാരെയും ദേശാധിപതികളെയും ഏൽപ്പിച്ചു. അവർ ജനത്തിനും ദേവാലയത്തിനും സഹായം നൽകി. അധ്യായം 9. മിശ്രവിവാഹം. ഇത്രയുമായപ്പോൾ ജനനേതാക്കൾ ചിലർ എന്നെ സമീപിച്ചു പറഞ്ഞു, ഇസ്രായേൽ ജനവും പുരോഹിതന്മാരും ലേവ്യരും കാന്യർ, ഹിത്യർ, പെരീസ്യർ, ജെബൂസിയർ, അമോനിയർ, മുവാബിയർ, ഈജിപ്തുകാർ, അമോര്യർ എന്നിവരിൽ നിന്ന് അകന്ന് വർത്തിക്കാതെ അവരുടെ മ്ലേച്ഛതകളിൽ മുഴുകിയിരിക്കുന്നു. ഇസ്രായേലിയർ തങ്ങൾക്കും തങ്ങളുടെ പുത്രന്മാർക്കും ഭാര്യമാരായി അവരുടെ പുത്രിമാരെ സ്വീകരിച്ചു. അങ്ങനെ വിശുദ്ധ വംശം തദ്ദേശവാസികളുമായി കലർന്ന് അശുദ്ധമായി. ഈ അവിശ്വസ്തതയിൽ മുന്നിട്ട് നിൽക്കുന്നത് ശുശ്രൂഷകരും നേതാക്കളുമാണ്. ഇത് കേട്ട ഞാൻ വസ്ത്രവും മേലങ്കിയും കീറി മുടിയും താടിയും വലിച്ചു പറിച്ചു സ്തബ്ധനായി നിന്നു. സായാഹ്നബലിയുടെ സമയം വരെ ഞാൻ അങ്ങനെ ഇരുന്നു. മടങ്ങിയെത്തിയ പ്രവാസികളുടെ അവിശ്വസ്തതയെക്കുറിച്ച് ഇസ്രായേലിന്റെ ദൈവം അരുൾ ചെയ്ത വാക്കുകേട്ട് പരിഭ്രാന്തരായ എല്ലാവരും എന്റെ ചുറ്റും കൂടി. സായാഹ്നബലിയുടെ സമയത്ത് ഞാൻ ഉപവാസത്തിൽ നിന്നെഴുന്നേറ്റ് കീറിയ വസ്ത്രവും മേലങ്കിയുമായി മുട്ടിന്മേൽ വീണ് എന്റെ ദൈവമായ കർത്താവിന്റെ നേർക്ക് കൈകൾ ഉയർത്തി അപേക്ഷിച്ചു. എന്റെ ദൈവമേ, അങ്ങയുടെ നേർക്ക് മുഖമുയർത്താൻ ഞാൻ ലജ്ജിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ തിന്മകൾ തലയ്ക്ക് മീതെ ഉയർന്നിരിക്കുന്നു, ഞങ്ങളുടെ പാപം ആകാശത്തോളം എത്തിയിരിക്കുന്നു. ഞങ്ങൾ പിതാക്കന്മാരുടെ കാലം മുതൽ
ഇന്ന് വരെ വലിയ പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തം ഞങ്ങളും ഞങ്ങളുടെ രാജാക്കന്മാരും പുരോഹിതന്മാരും ഇന്നത്തെ പോലെ അന്യരാജാക്കന്മാരുടെ കരങ്ങളിൽ വാളിനും പ്രവാസത്തിനും കവർച്ചയ്ക്കും വർദ്ധിച്ച് നിന്ദനത്തിനും ഏൽപ്പിക്കപ്പെട്ടു. ഞങ്ങളിൽ ഒരു വിഭാഗത്തെ അവശേഷിപ്പിക്കുകയും അതിന് അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് അഭയസ്ഥാനം നൽകുകയും ചെയ്തു. ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങളോട് ക്ഷണം നേരത്തേക്ക് കരുണ കാണിച്ചിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ബന്ധത്തിൽ ആശ്വാസം തന്ന് ഞങ്ങളുടെ കണ്ണുകൾക്ക് തിളക്കം കൂട്ടി. ഞങ്ങൾ അടിമകളാണ്, ഞങ്ങളുടെ ദൈവം അടിമത്തത്തിൽ ഞങ്ങളെ ഉപേക്ഷിച്ചില്ല. പേർഷ്യ രാജാക്കന്മാരുടെ മുൻപിൽ അവിടുന്ന് തന്റെ അനശ്വര സ്നേഹം ഞങ്ങളോട് കാണിച്ചു. ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയം കേടുപാടുകൾ പോക്കി പണി തീർത്തതിന് അവർ ഞങ്ങളെ ഉത്തേജിപ്പിക്കുകയും യൂദായിലും ജെറൂസലേമിലും ഞങ്ങൾക്ക് സംരക്ഷണം നൽകുകയും ചെയ്തു. ഞങ്ങളുടെ ദൈവമേ, ഇപ്പോൾ ഞങ്ങൾ എന്ത് പറയണ്ടു? ഞങ്ങൾ അങ്ങയുടെ കൽപ്പനകൾ ലംഘിച്ചു. അവിടുത്തെ ദാസന്മാരായ പ്രവാചകന്മാരിലൂടെ അങ്ങ് അരുൾ ചെയ്തു. നിങ്ങൾ അവകാശമാകാൻ പോകുന്ന ദേശം തദ്ദേശവാസികളുടെ മ്ലേച്ഛതകൾ കൊണ്ട് മലിനമാണ്. അവർ അത് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ മ്ലേച്ഛതകൾ കൊണ്ട് നിറച്ചിരിക്കുന്നു. അതിനാൽ നിങ്ങളുടെ പുത്രിമാരും അവരുടെ പുത്രന്മാർക്കോ അവരുടെ പുത്രിമാർക്കോ നിങ്ങളുടെ പുത്രർക്കോ ഭാര്യമാരാകരുത്. അവരുടെ സമാധാനവും സമൃദ്ധിയും തേടുകയും അരുത്. നിങ്ങൾ ശക്തി ആർജിച്ച് ദേശത്തെ വിഭവങ്ങൾ അനുഭവിക്കുകയും അത് മക്കൾക്ക് ശാശ്വതാവകാശമായി കൊടുക്കുകയും ചെയ്യുന്നതിന് അവർക്ക് സമാധാനവും ഐശ്വര്യവും കാംക്ഷിക്കരുത്. ഞങ്ങളുടെ ദുഷ്കൃത്യങ്ങളും മഹാപാപങ്ങളും നിമിത്തം ഞങ്ങൾക്ക് വന്ന് ഭവിച്ചിരിക്കുന്ന ശിക്ഷ ഞങ്ങൾ അർഹിക്കുന്നതിൽ കുറവാണ്. ഞങ്ങളിൽ ഒരു ഭാഗത്തെ അവിടുന്ന് അവശേഷിപ്പിച്ചിരിക്കുന്നു. ഇനിയും ഞങ്ങൾ അങ്ങയുടെ കൽപ്പനകൾ ലംഘിച്ച് ഈ മ്ലേച്ഛതകൾ പ്രവർത്തിക്കുന്ന ജനങ്ങളുമായി വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുകയോ ഞങ്ങളിൽ ആരും രക്ഷപ്പെടുകയോ അവശേഷിക്കുകയോ ചെയ്യാത്ത വിധം അങ്ങ് കോപത്താൽ ഞങ്ങളെ നശിപ്പിക്കുകയില്ലേ? ഇസ്രായേലിന്റെ ദൈവമായ കർത്താവെ, അങ്ങ് നീതിമാനാണ്. ഇതാ ഞങ്ങളിൽ ഒരു അവശിഷ്ട ഭാഗം രക്ഷപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ അവിടുത്തെ മുൻപിൽ പാപവും പേറി നിൽക്കുന്നു. അങ്ങനെ അങ്ങയുടെ മുൻപിൽ നിൽക്കാൻ ആരും അർഹരല്ല. അധ്യായം 10. മിശ്ര വിവാഹം അവസാനിപ്പിക്കുന്നു. എസ്രാ ദേവാലയത്തിൽ നിലത്ത് വീണ് കിടന്ന് കരയുകയും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ സ്ത്രീ പുരുഷന്മാരും കുട്ടികളും അടക്കം ഒരു വലിയ സമൂഹം ചുറ്റും കൂടി. അവർ കഠിന വ്യതയോടുകൂടി വിലപിച്ചു. ഏലാമിന്റെ കുടുംബത്തിൽപ്പെട്ട് യഹീയേലിന്റെ മകൻ ശെക്കാനിയ എസ്രയോട് പറഞ്ഞു, നാം നമ്മുടെ ദൈവത്തോട് അവിശ്വസ്തത കാണിച്ച് ദേശത്തെ അന്യ സ്ത്രീകളെ വിവാഹം ചെയ്തു. എങ്കിലും ഇസ്രായേലിന് ഇപ്പോഴും ആശയ്ക്ക് വഴിയുണ്ട്. അങ്ങും നമ്മുടെ ദൈവത്തിന്റെ കൽപ്പനകളെ ഭയപ്പെടുന്നവരും അനുശാസിക്കുന്നതനുസരിച്ച് ഈ ഭാര്യമാരെയും കുട്ടികളെ ഉപേക്ഷിക്കുമെന്ന് നമുക്ക് ദൈവത്തോട് പ്രതിജ്ഞ ചെയ്യാം. ദൈവത്തിന്റെ നിയമം അനുശാസിക്കുന്നത് അനുസരിക്കുന്നത് നാം ചെയ്യും. എഴുന്നേൽക്കൂ, ഇത് ചെയ്യേണ്ടത് അങ്ങാണ്. ഞങ്ങളും അങ്ങയോടൊത്തുണ്ട്. ധൈര്യപൂർവ്വം ചെയ്യുക. അപ്പോൾ എസ്രാ എഴുന്നേറ്റ് അപ്രകാരം ചെയ്തു കൊള്ളാമെന്ന് ശപഥം ചെയ്യാൻ പുരോഹിത പ്രമുഖന്മാരെയും ലേവ്യരെയും ഇസ്രായേൽ ജനത്തെയും പ്രേരിപ്പിച്ചു. അവർ ശപഥം ചെയ്തു. അനന്തരം എസ്രാ ദേവാലയത്തിന് മുൻപിൽ നിന്ന് പിൻവാങ്ങി. ഏലിയാശിമിന്റെ മകൻ യഹോഹനാന്റെ മുറിയിൽ ചെന്നു. ഭക്ഷണപാനീയങ്ങൾ ഒന്നും കഴിക്കാതെ പ്രവാസികളുടെ അവിശ്വസ്തയെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് അവൻ രാത്രി കഴിച്ചു. യൂദായിലും ജെറൂസലേമിലും അവൻ വിളംബരം ചെയ്തു, മടങ്ങിയെത്തിയ പ്രവാസികൾ എല്ലാവരും ജെറൂസലേമിൽ ഒരുമിച്ച് കൂടട്ടെ. 3 ദിവസത്തിനകം വരാനിരിക്കുന്നവന്റെ വസ്തുവകൾ ശുശ്രൂഷകന്മാരുടെയും ശ്രേഷ്ഠന്മാരുടെയും ആജ്ഞ അനുസരിച്ച് കണ്ടുകെട്ടുകയും പ്രവാസികളുടെ സമൂഹത്തിൽ നിന്ന് അവനെ ബഹിഷ്കരിക്കുകയും ചെയ്യും. 3 ദിവസത്തിനുള്ളിൽ യൂദ ബെഞ്ചമിൻ ഗോത്രജർ ജെറൂസലേമിൽ സമ്മേളിച്ചു. 9-ാം മാസം 20-ാം ദിവസമായിരുന്നു അത്. ദേവാലയത്തിൽ സമ്മേളിച്ചവർ ഭയവും പേമാരിയും നിമിത്തം വിറയ്ക്കുന്നുണ്ടായിരുന്നു. പുരോഹിതൻ എസ്രാ അവരെ അഭിസംബോധന ചെയ്ത് പറഞ്ഞു, നിങ്ങൾ നിയമം ലംഘിച്ച് അന്യ സ്ത്രീകളെ വിവാഹം ചെയ്യുകയും ഇസ്രായേലിന്റെ പാപം വർദ്ധിപ്പിക്കുകയും ചെയ്തു. അതിനാൽ ഇപ്പോൾ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനോട് പാപം ഏറ്റുപറയുകയും അവിടുത്തെ ഹിതം അനുവർത്തിക്കുകയും ചെയ്യുവൻ. ദേശവാസികളിൽ നിന്ന് അന്യ സ്ത്രീകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവൻ. അപ്പോൾ സമൂഹം മുഴുവൻ ഉച്ചത്തിൽ പ്രതിവചിച്ചു, അങ്ങനെ തന്നെ അങ്ങ് പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്യും. ജനം വളരെയുണ്ട്. ഇത് പേമാരിയും ഇടക്കാലവുമാണ്. ഞങ്ങൾക്ക് പുറത്തു നിൽക്കാനാവില്ല. ഇത് 1-2 ദിവസം കൊണ്ട് തീരുന്ന കാര്യമല്ല. ഞങ്ങൾ അത്രയ്ക്ക് അപരാധം ചെയ്തിരിക്കുന്നു. നമ്മുടെ ശുശ്രൂഷകന്മാർ സമൂഹത്തിന്റെ പ്രതിനിധികളാവട്ടെ. നമ്മുടെ ദൈവത്തിന്റെ ക്രോധം ശമിക്കുന്നത് വരെ അന്യസ്ത്രീകളെ വിവാഹം ചെയ്തിട്ടുള്ള നഗരവാസികൾ അതത് നഗരങ്ങളിലെ ശ്രേഷ്ഠന്മാരോടും ന്യായാധിപന്മാരോടും കൂടി നിശ്ചിത സമയത്ത് ഇവിടെ വരട്ടെ.
അസഹേലിന്റെ മകൻ ജോനാഥാൻ തിക്വയുടെ മകൻ യഹ്സിയായ മാത്രം ഇത് എതിർത്തു. മെഷുല്ലാം ലേവ്യനായ ശബെത്തായും അവരെ പിന്താങ്ങി. തിരിച്ചെത്തിയ പ്രവാസികൾ ആ തീരുമാനം സ്വീകരിച്ചു. പുരോഹിതൻ എസ്രാ കുടുംബത്തലവന്മാരിൽ നിന്ന് ആളുകളെ തിരഞ്ഞെടുത്ത് പേര് രേഖപ്പെടുത്തി. 10-ാം മാസം 1-ാം ദിവസം അവർ അന്വേഷണം ആരംഭിക്കാൻ സമ്മേളിച്ചു. 1-ാം മാസം 1-ാം ദിവസം ആയപ്പോൾ അന്യസ്ത്രീകളെ വിവാഹം ചെയ്തിരുന്നവരുടെ വിചാരണ പൂർത്തിയായി. പുരോഹിത പുത്രിമാരിൽ അന്യസ്ത്രീകളെ വിവാഹം ചെയ്തവർ യോസാദാക്കിന്റെ മകൻ യശുവയുടെയും സഹോദരന്മാരുടെയും സന്തതിയിൽപ്പെട്ട മാസേയ, എലിയേസർ, യാരേബ്, ഗദാലിയ. ഇവർ തങ്ങളുടെ ഭാര്യമാരെ ഉപേക്ഷിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്യുകയും ആട്ടിൻപറ്റത്തിന് നിന്ന് ഒരു മുട്ടാടിനെ പാപപരിഹാര ബലിയായി അർപ്പിക്കുകയും ചെയ്തു. ഇമ്മേറിന്റെ പുത്രന്മാരിൽ ഹനാനി, സെബാദിയ. ഹാരീമിന്റെ പുത്രന്മാരിൽ മാസേയ, ഏലിയ, ഷെമായ, യെഹിയേൽ, ഉസിയ. പശ്ഹൂറിന്റെ പുത്രന്മാരിൽ ഏലിയ, മാസേയ, ഇസ്മായിൽ, നെത്തനേൽ, യോസബാദ്, എലേസ. ലേവ്യരിൽ യോസബാദ്, ഷിമേയി, കെലേയ, അതായത് കെലീത്ത, പെത്താഹിയ, യൂദ, എലിയേസർ. ഗായകരിൽ എലിയാഷിബ്. വാതിൽ കാവൽക്കാരിൽ ഷെല്ലും, തെലേം, ഊറീം. ജനത്തിൽ പാറോഷിന്റെ പുത്രന്മാര് റാമിയ, ഇസിയ, മൽക്കിയ, മിയാമിൻ, എലെയാസർ, ഹഷാബിയ, ബനായ. ഏലാമിന്റെ പുത്രന്മാരിൽ മത്താനിയ, സഖറിയ, യെരിയേൽ, അബ്ദി, യെറേമോത്ത്, ഏലിയ. സത്തുവിന്റെ പുത്രന്മാരിൽ ഏലിയോവേനായ്, ഏലിയാഹിബ്, മത്താനിയ, യെറേമോത്ത്, സാബാദ്, അസീസ. ബേബാനിയയുടെ പുത്രന്മാരിൽ യഹോഹാനാൻ, ഹാനാനിയ, സബാനി, അത്ലായി. ബാനിയുടെ പുത്രന്മാരിൽ മേഷുല്ലാം, മല്ലൂക്ക്, അദായ, യാഷൂബ്, ഷെയാൽ, യാരേമോത്ത്. പഹത് മോവാബിന്റെ പുത്രന്മാരിൽ അദ്ന, കേലാൽ, ബനായ, മാസേയ, മത്താനിയ, ബാസലേൽ, ബിന്നൂയി, മനാസെ. ഹാരിമിന്റെ പുത്രന്മാരിൽ ഏലിയേസർ, ഇഷിയ, മൽക്കിയ, ഷെമായ, ഷിമയോൻ, ബെഞ്ചമിൻ, മല്ലൂക്ക്, ഷെമാറിയ. ഹാഷുമിന്റെ പുത്രന്മാരിൽ മത്തനായി, മത്താത്ത, സാബാദ്, എലിഫെലെത്ത്, യെറേമായി, മനാസെ, ഷിമേ. ബാനിയുടെ പുത്രന്മാരിൽ മാദായ്, അമ്രാം, യുവേൽ, ബനായ, ബദേയ, കെലൂഹി, ബാനിയ, മെറമോത്ത്, ഏലിയാഹിബ്, മത്താനിയ, മത്തേനായി, യാസു. ബിന്നൂയിയുടെ പുത്രന്മാരിൽ ഷിമേയി, ഷെലീമിയ, നാഥാൻ, അദായ, മഗ്നദേബായ്, ഷാഷായ്, ഷാറായ്, അസ്രേൽ, ഷെലമിയ, ഷെമറിയ, ഷെല്ലും, അമറിയ, ജോസഫ്. നെബോയുടെ പുത്രന്മാരിൽ ജയിയേൽ, മത്തിത്തിയ, സാബാദ്, സെബീന, യദായി, ജോയൽ, ബനായ എന്നിവരിൽ അന്യസ്ത്രീകളെ വിവാഹം ചെയ്തവരായിരുന്നു. അവർ ഭാര്യമാരെയും മക്കളെയും ഉപേക്ഷിച്ചു. നെഹമ്യ അധ്യായം 1. ഹക്കാലിയുടെ പുത്രൻ നെഹമ്യയുടെ വാക്കുകൾ. അർത്താക്സർസിഡിലെ 28-ാം വർഷം കിസ്ലേവ് മാസം ഞാൻ തലസ്ഥാനമായ സൂസായിൽ ആയിരുന്നു. എന്റെ സഹോദരിൽ ഒരുവനായ ഹനാനി ഏതാനും ആളുകളോടുകൂടി യൂദയിൽ നിന്ന് വന്നു. പ്രവാസത്തെ അതിജീവിച്ച യഹൂദരെയും ജെറൂസലേമിലെ കുറിച്ച് ഞാൻ അവരോട് ആരാഞ്ഞു. അവർ പറഞ്ഞു, പ്രവാസത്തെ അതിജീവിച്ച് ദേശത്ത് കഴിയുന്നവർ കഷ്ടതയിലും അവമാനത്തിലുമാണ്. ജെറൂസലേം മതിലുകൾ തകർന്ന് കവാടം അഗ്നിക്കിരയാക്കി അതേപടി കിടക്കുന്നു. ഇത് കേട്ട് ഞാൻ നിലത്തിരുന്ന് കരഞ്ഞു. ദിവസങ്ങളോളം വിലപിക്കുകയും ഉപവസിക്കുകയും ചെയ്തു. സ്വർഗസ്ഥനായ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചു. സ്വർഗത്തിൽ വസിക്കുന്ന ദൈവമായ കർത്താവെ, തന്നെ സ്നേഹിക്കുകയും തന്റെ പ്രമാണങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്നവരോട് ഉടമ്പടി പാലിക്കുകയും കാരുണ്യം കാട്ടുകയും ചെയ്യുന്ന ഉന്നതനും ഭീതികരനുമായ ദൈവമേ, അവിടുത്തെ ദാസരായ ഇസ്രായേൽ ജനത്തിന് വേണ്ടി ഈ ദാസൻ രാവും പകലും അങ്ങയുടെ മുൻപിൽ പ്രാർത്ഥിക്കുന്നു.
ഈ ദാസനെ കടാക്ഷിച്ച് പ്രാർത്ഥന ശ്രവിക്കണമേ. അവിടുത്തെ ജനമായ ഞങ്ങൾ അങ്ങേക്കെതിരെ ചെയ്തു പോയ പാപങ്ങൾ ഏറ്റുപറയുന്നു. ഞാനും എന്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു. അങ്ങേക്കെതിരായി ഞങ്ങൾ കഠിനമായ തെറ്റുകൾ ചെയ്തു. അങ്ങയുടെ ദാസനായ മോശ വഴി അങ്ങ് നൽകിയ കൽപ്പനകളും ചട്ടങ്ങളും അനുശാസനങ്ങളും ഞങ്ങൾ പാലിച്ചില്ല. അങ്ങയുടെ ദാസനായ മോശ അങ്ങയോട് കൽപ്പിച്ച ഈ വാക്കുകൾ അനുസ്മരിക്കുക. അവിശ്വസ്തത കാട്ടിയാൽ നിന്നെ ഞാൻ ജനതകളുടെ ഇടയിൽ ചിതറിക്കും. എന്നാൽ എന്റെ അടുക്കലേക്ക് മടങ്ങി എന്റെ കൽപ്പനകൾ പാലിച്ചാൽ നിന്റെ ജനം എത്ര വിദൂരത്തേക്ക് ചിതറിപ്പെട്ടാലും എന്റെ നാമത്തിന് വസിക്കാൻ ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലത്ത് അവരെ ഞാൻ ഒരുമിച്ച് കൂട്ടും. അവിടുത്തെ മഹത്തായ കരബലത്താൽ വീണ്ടെടുത്ത അവിടുത്തെ ദാസന്മാരും ജനവുമാണ് അവർ. കർത്താവെ, ഈ ദാസന്റെയും അവിടുത്തെ നാമം വണങ്ങുന്ന ഇതര ദാസന്റെയും പ്രാർത്ഥന ശ്രവിക്കണമേ. അവിടുത്തെ ദാസന് ഇന്ന് വിജയമരുളണമേ. ഈ മനുഷ്യന് എന്നോട് കരുണ തോന്നാൻ ഇടയാക്കണമേ. ഞാൻ രാജാവിന്റെ പാനപാത്രം വാഹകനായിരുന്നു. അധ്യായം 2. നെഹമ്യ ജെറൂസലേമിലേക്ക്. അർത്താക്സെർക്സസ് രാജാവിന്റെ 20-ാം ഭരണവർഷം നീസാൻ മാസം ഞാൻ രാജാവിന് വീഞ്ഞ് പകർന്നു കൊടുത്തു. ഇതിനു മുൻപ് മ്ലാനവദനായി രാജാവ് എന്നെ കണ്ടിട്ടില്ല. രാജാവ് എന്നോട് ചോദിച്ചു, രോഗമില്ലാതിരുന്നിട്ടും എന്ത് നിന്റെ മുഖം മ്ലാനമായിരിക്കുന്നു? അല്ലാതെ മറ്റൊന്നില്ലത്. അപ്പോൾ ഭയത്തോടെ ഞാൻ പറഞ്ഞു, രാജാവ് നീണാൾ വാഴട്ടെ. എന്റെ പിതാക്കന്മാർ നിദ്ര കൊള്ളുന്ന നഗര കവാടങ്ങൾ കത്തി ശൂന്യമായി കിടക്കുമ്പോൾ എന്റെ മുഖം എങ്ങനെ പ്രസന്നമാകും? രാജാവ് ചോദിച്ചു, എന്താണ് നിന്റെ അപേക്ഷ? സ്വർഗസ്ഥനായ ദൈവത്തോട് പ്രാർത്ഥിച്ച ശേഷം ഞാൻ രാജാവിനോട് പറഞ്ഞു, രാജാവിന് ഇഷ്ടമെങ്കിൽ ഈ ദാസനോട് പ്രീതി തോന്നുമെങ്കിൽ എന്റെ പിതാക്കന്മാർ നിദ്ര കൊള്ളുന്ന നഗരം പുനരുദ്ധരിക്കുന്നതിന് എന്നെ യൂദയയിലേക്ക് അയച്ചാലും. രാജാവ് ചോദിച്ചു, എത്ര നാളത്തേക്കാണ് നീ പോകുന്നത്? എന്ന് മടങ്ങി വരും? ഞാൻ കാലാവധി പറഞ്ഞു. അവൻ എന്നെ പോകാൻ അനുവദിച്ചു. അപ്പോൾ രാജ്ഞിയും സമീപത്തുണ്ടായിരുന്നു. ഞാൻ രാജാവിനോട് അഭ്യർത്ഥിച്ചു, നദിക്കക്കരെയുള്ള പ്രദേശത്തൂടെ യൂദായിലെത്താനുള്ള അനുവാദത്തിന് അവിടുത്തെ ഭരണാധികാരിക്ക് ദയവായി കത്തുകൾ തന്നാലും. ദേവാലയത്തിന്റെ കോട്ടവാതിൽക്കലും നഗരഭിത്തിക്കും എനിക്ക് താമസിക്കാനുള്ള വീടിനും ആവശ്യമുള്ള തടി നൽകുന്നതിന് രാജാവിന്റെ ധനകാര്യ വിചാരകനായ ആസാഫിന് കത്തും നൽകിയാലും. എന്റെ അപേക്ഷ രാജാവ് അനുവദിച്ചു. ദൈവത്തിന്റെ കരുണ എന്റെ മേലുണ്ടായിരുന്നു. ഞാൻ നദിക്കരയ്ക്കക്കരെയുള്ള ഭരണാധിപന്മാരെ സമീപിച്ച് രാജാവിന്റെ കത്തുകൾ ഏൽപ്പിച്ചു. രാജാവ് സേനാനായകന്മാരെയും കുതിരപ്പടയാളികളെയും എന്നോടൊപ്പം അയച്ചിരുന്നു. എന്നാൽ ഇസ്രായേൽ ജനത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരുവൻ വന്നിരിക്കുന്നുവെന്ന് കേട്ട് ഹെരോണ്യനായ സൻബല്ലാത്തും അമോന്യനായ തോബിയ എന്ന ദാസനും അത്യന്തം അസന്തുഷ്ടരായി. ഞാൻ ജെറൂസലേമിലെത്തി 3 ദിവസം അവിടെ കഴിഞ്ഞു. ഞാനും കൂടെ ഉണ്ടായിരുന്ന ചിലരും രാത്രി എഴുന്നേറ്റു. ജെറൂസലേമിന് വേണ്ടി ചെയ്യാൻ എന്റെ ദൈവം മനസ്സിൽ തോന്നിച്ചത് ഞാൻ ആരെയും അറിയിച്ചില്ല. സവാരി ചെയ്തിരുന്ന മൃഗമല്ലാതെ വേറൊന്നും കൂടെ ഉണ്ടായിരുന്നില്ല. രാത്രി ഞാൻ താഴ്വര മതിലുകളുടെ കുറുനരിയുറവ കടന്ന് ചവറ്റുവാതിൽ എത്തി. ജെറൂസലേമിന്റെ തകർന്ന മതിലുകളും കത്തി നശിച്ച വാതിലുകളും പരിശോധിച്ചു. അവിടെ നിന്ന് ഞാൻ ഉറവയിലേക്കും രാജവാബിയിലേക്കും പോയി. എന്നാൽ എന്റെ സവാരി മൃഗത്തിന് കടന്നു പോകാൻ ഇടയില്ലായിരുന്നു. അതിനാൽ രാത്രിയിൽ ഞാൻ താഴ്വരയിലൂടെ കയറി ചെന്ന് മതിൽ പരിശോധിച്ചു. തിരിച്ച് താഴ്വര മതിലിലൂടെ മടങ്ങി. ഞാൻ എവിടെ പോയെന്നും എന്ത് ചെയ്തെന്നും സേനാനായകന്മാർ അറിയില്ല. യഹൂദർ, പുരോഹിതർ, പ്രഭുക്കന്മാർ, സേവകന്മാർ എന്നിവരെയും ജോലിക്കാരെയും ഞാൻ വിവരം അറിയിച്ചില്ല. ഞാൻ അവരോട് പറഞ്ഞു, നമ്മുടെ ദുഃഖസ്ഥിതി നിങ്ങൾ കാണുന്നില്ലേ? ജെറൂസലേം വാതിലുകൾ കത്തി നശിച്ചു കിടക്കുന്നു. വരുവിൻ, നമുക്ക് ജെറൂസലേമിന്റെ മതില് പണിയാം. മേലിൽ ഈ അവമതി നമുക്കുണ്ടാകരുത്. എന്റെ ദൈവത്തിന്റെ കരം എനിക്ക് സഹായത്തിന് ഉണ്ടെന്നും രാജാവ് എന്നോട് എന്ത് പറഞ്ഞെന്നും ഞാൻ അവരെ അറിയിച്ചു. നമുക്ക് പണി തുടങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ജോലിക്ക് തയ്യാറായി. എന്നാൽ ഹോറോന്യനായ സൻബല്ലാത്തും അമോന്യനായ തോബിയ എന്ന ദാസനും അറേബ്യനായ ഗെഷേമും ഇത് കേട്ട് ഞങ്ങളെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? രാജാവിനോടാണോ മത്സരം? ഞാൻ മറുപടി നൽകി, സ്വർഗത്തിന്റെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും. അവിടുത്തെ ദാസന്മാരായ ഞങ്ങൾ പണിയും. എന്നാൽ നിങ്ങൾക്ക് ജെറൂസലേമിലെ ഓഹരിയോ അവകാശമോ സ്മാരകമോ ഉണ്ടായിരിക്കുകയില്ല. അധ്യായം 3. മതില് പുനരുദ്ധരിക്കുന്നു. പ്രധാന പുരോഹിതനായ എലിയാഷിബ് സഹപുരോഹിതന്മാരോടൊത്ത് അജകവാടം പണിതു. അവർ അതിന്റെ പ്രതിഷ്ഠാകർമ്മം നടത്തുകയും കതകുകൾ പിടിപ്പിക്കുകയും ചെയ്തു. ശതഗോപുരവും ഹനയേൽ ഗോപുരവും വരെ പണിത് പ്രതിഷ്ഠാകർമ്മം നടത്തി.
അവരോട് ചേർന്ന ഭാഗം ജെറീക്കോക്കാരും അതിനപ്പുറം ഇമ്രിയുടെ പുത്രന്മാർ സക്കോറും പണിതു. ഹസ്സേനയുടെ പുത്രന്മാർ മത്സ്യകവാടം പണിത് അതിന് ഉത്തരം കതകുകളും കുറ്റികൾ ഓടാമ്പലുകൾ എന്നിവ ഘടിപ്പിച്ചു. അടുത്ത ഭാഗം ഹക്കോസിന്റെ പുത്രനായ ഊറിയയുടെ പുത്രൻ മെറേമോത്ത് പുതുക്കി പണിതു. തുടർന്നുള്ള ഭാഗം മെഷേസാബേലിന്റെ പുത്രനായ ബറേക്കിയയുടെ പുത്രൻ മെഷുല്ലാം പണിതു. അടുത്ത ഭാഗം ബാനായുടെ പുത്രൻ സാദോക് പുതുക്കി പണിതു. തെക്കോവക്കാരാണ് അടുത്ത ഭാഗം പണിച്ചത്. എന്നാൽ മേലാളന്മാർ നിശ്ചയിച്ച ജോലി പ്രമുഖന്മാർ ചെയ്തില്ല. പാസയുടെ പുത്രൻ യോയാദും ബസോദയുടെ പുത്രൻ മെഷുല്ലാം കൂടെ പ്രാചീന കവാടം പുതുക്കി പണിത് ഉത്തരം കതകുകൾ കുറ്റികൾ ഓടാമ്പലുകൾ എന്നിവ ഉറപ്പിച്ചു. ഗിബയോൻകാരനായ മെലാത്തിയായും മെറോന്യനായ യാദോനും ഗിബയോനിലെയും മിസ്പായിലെയും ആളുകളും തുടർന്നുള്ള ഭാഗം പണിതു. അവർ നദിക്കക്കരെയുള്ള ദേശത്തിന്റെ അധിപന്മാരുടെ കീഴിലായിരുന്നു. തുടർന്നുള്ള ഭാഗം സ്വർണ്ണപ്പണിക്കാരനായ ഹർഹായിയുടെ പുത്രൻ ഉസിയൽ പണിതു. പിന്നീടുള്ള ഭാഗം സുഗന്ധദ്രവ്യ വ്യാപാരിയായ ഹനാനിയെ പണിതു. അങ്ങനെ അവർ വിശാല മതിൽ വരെ ജെറൂസലേം പുനരുദ്ധരിച്ചു. ജെറൂസലേമിന്റെ അർദ്ധഭാഗത്തിന്റെ അധിപനായ ഹൂറിന്റെ പുത്രൻ റഫായ അടുത്ത ഭാഗം പണിതു. ഹറുമാഫിന്റെ പുത്രൻ യദായ തന്റെ വീടിന് നേരെയുള്ള ഭാഗം പണിതു. ഹഷബനയുടെ പുത്രൻ ഹത്തൂഷ് തുടർന്നുള്ള പണി പൂർത്തീകരിച്ചു. ഹാറിമിന്റെ പുത്രൻ മൽക്കിയായും പഹാത് മൊവാബിന്റെ പുത്രൻ ഹഷൂബും അടുത്ത ഭാഗവും ചുള ഗോപുരവും പണിതു. അടുത്ത ഭാഗം ജെറൂസലേമിന്റെ മറ്റേ അർദ്ധഭാഗത്തിന്റെ അധിപനായ ഹലോഹെഷന്റെ പുത്രൻ ഷല്ലൂമും പുത്രിമാരും പണിതു. ഹാനോനും സാനോവ നിവാസികളും താഴ്വര കവാടം പുതുക്കി അതിന് കതകുകൾ കുറ്റികൾ ഓടാമ്പലുകൾ എന്നിവ ഘടിപ്പിക്കുകയും ചവറ്റുവാതിൽ വരെ 1000 മുഴം നീളത്തിൽ മതിലിന്റെ അറ്റകുറ്റി തീർക്കുകയും ചെയ്തു. ബദ്ഹക്കേറേം പ്രദേശത്തിന്റെ അധിപനും റേഖാബിന്റെ പുത്രനുമായ മൽക്കിയ ചവറ്റുവാതിൽ പുതുക്കി പണിത് അതിന് കതകൾ കുറ്റി ഓടാമ്പലുകൾ എന്നിവ പിടിപ്പിച്ചു. മിസ്പയുടെ അധിപനും കോൽഹേസയുടെ പുത്രനുമായ ഷല്ലും ഉറവാതിൽ പുതുക്കി പണിതു. കതകൾ കുറ്റി ഓടാമ്പലുകൾ എന്നിവ ഘടിപ്പിച്ചു. അവ രാജകീയോദ്യാനത്തിലെ ഷേലാക്കുളം കെട്ടിച്ച് ദാവീദിന്റെ നഗരത്തിലേക്ക് കോണിപ്പടി വരെ പണിതീർത്തു. ബെത്സൂന്റെ അർദ്ധഭാഗത്തിന്റെ അധിപനും അസ്ബുക്കിന്റെ പുത്രനുമായ നെഹമിയ ദാവീദിന്റെ ശവകുടീരത്തിന് എതിർഭാഗം വരെയുള്ള കൃത്രിമ വ്യാപി വരെ പടത്താവളം വരെയും അറ്റകുറ്റപ്പണികൾ നടത്തി. തുടർന്നുള്ള ഭാഗം ലേവ്യർ പണിതു. ബാനിയുടെ പുത്രൻ രേഹും അടുത്ത ഭാഗം പണിതു. തുടർന്ന് കേലയുടെ അർദ്ധഭാഗത്തിന്റെ അധിപതിയായ ഹഷാബിയ തന്റെ ദേശത്തെ പ്രതിനിധാനം ചെയ്ത് പണി നടത്തി. തുടർന്നുള്ള ഭാഗം കൈലോയുടെ മറ്റേ അർദ്ധഭാഗത്തിന്റെ അധികാരിയും ഹേനാദാദിന്റെ പുത്രനുമായ ബാവിയായും ചാർച്ചക്കാരും ചേർന്ന് പണിതു. തുടർന്ന് മിസ്പയുടെ ഭരണാധികാരിയും യശുവയുടെ പുത്രനുമായ ഏസർ മതിൽ തിരിഞ്ഞിടത്തെ ആയുധപുരയിലേക്കുള്ള കുന്നിനെതിരെയുള്ള ഭാഗം പണിതു. അവിടെ മുതൽ പ്രധാന പുരോഹിതൻ ഏലിയാഷിബിന്റെ ഭവന കവാടം വരെ സാവായുടെ പുത്രൻ ബാറുഖ് പുതുക്കി പണിതു. അവിടെ മുതൽ ഏലിയാഷിബിന്റെ വീടിന്റെ അതിർത്തി വശത്തേക്കുള്ള ഭാഗം ഹക്കോറിന്റെ പുത്രനായ ഊറിയയുടെ പുത്രൻ മെർമോത്ത് പണിതു. പിന്നീടുള്ള ഭാഗം ജെറൂസലേമിന് ചുറ്റും വസിച്ചിരുന്ന പുരോഹിതന്മാർ പണിതു. തുടർന്ന് ബെഞ്ചമിനും ഹാഷൂബും തങ്ങളുടെ വീടിന് നേരെയുള്ള ഭാഗങ്ങൾ പുതുക്കി പണിതു. അനന്യയുടെ പുത്രനായ മസയുടെ പുത്രൻ അസറിയ തന്റെ വീടിനോട് ചേർന്ന ഭാഗം തുടർന്ന് പണിതു. അതിനുശേഷം ഹനാദാദിന്റെ പുത്രൻ ബിന്നൂയി അസറിയയുടെ വീട് മുതൽ മതിൽ വരെ തിരിയുന്നത് വരെയുള്ള ഭാഗം പണിതു. അവിടെ കാവൽ ഭടന്മാരുടെ അങ്കണത്തിലേക്ക് തള്ളി നിൽക്കുന്ന കൊട്ടാര ഗോപുരത്തിന്റെ എതിർവശത്തുള്ള ഭാഗം ഉസായുടെ പുത്രൻ പലാൽ പണിതു. ഫറോഷിന്റെ പുത്രൻ പെദായയും ഓഫൽ നിവാസികളായ ദേവാലയ ശുശ്രൂഷകരും കിഴക്ക് വശത്തെ ജലകവാടത്തിനും തള്ളി നിൽക്കുന്ന ഗോപുരത്തിനും എതിരെയുള്ള ഭാഗം പണിതു. വലിയ ഗോപുരത്തിന്റെ എതിരെ ഓഫൽ ഭിത്തി വരെയുള്ള ഭാഗം തെക്കോവക്കാർ പുതുക്കി പണിതു. അശ്വകവാടം മുതൽ തങ്ങളുടെ വീടിന് നേരെയുള്ള ഭാഗം പുരോഹിതന്മാർ പണിതു. തുടർന്ന് ഇബ്നറിന്റെ പുത്രൻ സാദോക് തന്റെ വീടിനെതിരെയുള്ള ഭാഗം പണിതു. കിഴക്ക് കവാട സൂക്ഷിപ്പുകാരനായ ഷെക്കിനിയയുടെ പുത്രൻ ഷെമായിയ തുടർന്നുള്ള ഭാഗം പണിതു. അടുത്ത ഭാഗം ഷെലേമിയയുടെ പുത്രൻ ഹനാനിയായും സാലാഫിന്റെ 6ാമത്തെ പുത്രൻ ഹാനൂനും പുതുക്കി പണിതു. ബറേക്കിയയുടെ പുത്രൻ മെഷുല്ലാം തന്റെ വീടിനെതിരെയുള്ള ഭാഗം തുടർന്ന് പുതുക്കി പണിതു.
അതിനുശേഷം സ്വർണ്ണപ്പണിക്കാരനായ മൽക്കിയ ഭടന്മാരെ വിളിച്ചു കൂട്ടുന്ന മതിൽ തിരിയുന്നിടത്തെ കവാടത്തിന്റെയും മാളികമുറിയുടെയും എതിർവശം ദേവാലയ ശുശ്രൂഷകരുടെയും വ്യാപാരികളുടെയും വീട് വരെ പുതുക്കി പണിതു. അവിടം മുതൽ അജകവാടം വരെയുള്ള ഭാഗം സ്വർണ്ണപ്പണിക്കാരും വ്യാപാരികളും പുതുക്കി പണിതു. അധ്യായം 4. മതിൽ പണിക്ക് തടസ്സം. ഞങ്ങൾ മതിൽ നിർമ്മിക്കുന്നുവെന്ന് കേട്ട് സൻബല്ലാദ് ക്രുദ്ധിതനായി. അവൻ ഞങ്ങളെ പരിഹസിച്ചു. അവൻ ചാർച്ചക്കാരുടെയും സമറിയ സൈന്യത്തിന്റെ മുൻപാകെ യഹൂദരെ പരിഹസിച്ച് പറഞ്ഞു, ദുർബലന്മാരായ ഈ യഹൂദർ എന്താണ് ചെയ്യുന്നത്? അവർ എല്ലാം പുനരുദ്ധരിക്കുകയും ബലിയർപ്പിക്കുകയും ഒറ്റ ദിവസം കൊണ്ട് പണി തീർക്കുകയും ചെയ്യാമെന്ന് വ്യാമോഹിക്കുന്നുവോ? കത്തി നശിക്കുന്ന അവശിഷ്ടങ്ങളിൽ നിന്ന് പണിയാൻ കല്ല് വീണ്ടെടുക്കാൻ കഴിയുമോ? അവന്റെ സമീപത്തുനിന്ന് അമോന്യനായ തോബിയ പറഞ്ഞു, ശരിയാണ്, അവരെന്താണ് ഈ പറയുന്നത്? ഒരു കുറുനരി ഏറിയാൽ മതി അവരുടെ കന്മതിൽ പൊളിഞ്ഞു വീഴും. ഞങ്ങളുടെ ദൈവമേ, ശ്രവിക്കണമേ, ഞങ്ങൾ നിന്ദിക്കപ്പെടുന്നു. അവരുടെ പരിഹാസം അവരുടെ ശിരസുകളിൽ തന്നെ പതിക്കാൻ ഇടയാക്കണമേ. ശത്രുക്കൾ അവരെ കൊള്ളയടിക്കുകയും തടവുകാരാക്കുകയും ചെയ്യട്ടെ. അവരുടെ കുറ്റം മറക്കരുതേ. അങ്ങയുടെ ദൃഷ്ടിയിൽ നിന്ന് പാപം മായ്ച്ചു കളയരുതേ. പണിയുന്നവരുടെ മുൻപാകെ അവർ അങ്ങയെ പ്രകോപിപ്പിച്ചുവല്ലോ. ഞങ്ങൾ മതിൽ പണി തുടർന്ന് ജനം ഉത്സാഹപൂർവ്വം പണിതു. മതിൽ ചുറ്റും പകുതി കെട്ടി ഉയർത്തി. എന്നാൽ സൻബല്ലാത്തും തോബിയായും അറബികളും അമോര്യരായ അഷ്ദോദാരും ജെറുസലേം മതിലിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നെന്ന് വിടവുകൾ അടഞ്ഞു തുടങ്ങിയെന്നും കേട്ട് കോപാക്രാന്തരായി. ജെറുസലേമിനെതിരെ പൊരുതാനും കലാപം സൃഷ്ടിക്കാനും അവർ ഉപായം തേടി. ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അവർക്കെതിരെ രാവും പകലും കാവലേർപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ യൂദാ പറഞ്ഞു, ചുമട്ടുകാർ തളർന്നു തുടങ്ങി. ചപ്പുചോറുകൾ വളരെയുണ്ട്. മതിൽ പണിയാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. ശത്രുക്കൾ പറഞ്ഞു, നാം അവരുടെ ഇടയിൽ കടന്ന് അവരെ കൊല്ലുകയും പണി തടയുകയും ചെയ്യുന്നത് വരെ അവർ അറിയുകയോ കാണുകയോ ചെയ്യരുത്. ശത്രുവിന്റെ ഇടയിൽ പാർത്തിരുന്ന യഹൂദർ 10 പ്രാവശ്യം ഞങ്ങളെ അറിയിച്ചു, അവർ എല്ലായിടത്തും നിന്ന് നമുക്കെതിരെ വരും. അതിനാൽ ഞാൻ ജനത്തെ കുടുംബക്രമത്തിൽ വാൾ, കുന്തം, വില്ല് എന്നിവയുമായി മതിലിന് പിറകിൽ തുറസായ സ്ഥലത്ത് മതിലിന് പൊക്കം പോരാത്തതിന് അണിനിരത്തി. ഞാൻ ചുറ്റും നോക്കി ശ്രേഷ്ഠന്മാരും നായകന്മാരും ജനങ്ങളോടും പറഞ്ഞു, അവരെ ഭയപ്പെടേണ്ട. നിങ്ങളുടെ സഹോദരന്മാർ, പുത്രിപുത്രന്മാർ, ഭാര്യമാർ എന്നിവർക്കും നിങ്ങളുടെ ഭവനങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഉന്നതനും ഭീതികരനുമായ ദൈവത്തിനെ ഓർക്കുവൻ. ഞങ്ങളിതെല്ലാം അറിഞ്ഞിരിക്കുന്നു. അവരുടെ ഉപായം ദൈവം നിഷ്ഫലമാക്കിയെന്നും അവർ അറിഞ്ഞു. ഞങ്ങൾ പണി തുടർന്നു. അന്നു മുതൽ എന്റെ സേവകരിൽ പകുതി പേർ പണിയിൽ ഏർപ്പെടുകയും പകുതി പേർ കുന്തം, പരിച, വില്ല്, പടച്ചട്ട എന്നിവയുമായി കാവൽ നിൽക്കുകയും ചെയ്തു. മതിൽ പണിയിൽ ഏർപ്പെട്ട യൂദാജനത്തിന്റെ പിന്നിൽ നേതാക്കന്മാർ നിലയുറപ്പിച്ചു. ചുമട്ടുകാർ ഒരു കൈയിൽ ഭാരവും മറുകൈയിൽ ആയുധവും വഹിച്ചു. പണിയിലേർപ്പെട്ടവർ അരയിൽ വാൾ ധരിച്ചിരുന്നു. കാഹളക്കാർ എന്റെ സമീപം നിന്നു. പ്രമുഖന്മാർ, നായകന്മാർ, ജനം എന്നിവരോട് ഞാൻ പറഞ്ഞു, ജോലി ദുഷ്കരവും വിപുലവുമാണ്. മതിലിന്റെ പണിയിൽ ഏർപ്പെട്ട നമ്മൾ പലയിടത്തായിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും കാഹളം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ചുറ്റും വന്നു കൂടുവിൻ. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി പോരാടും. അങ്ങനെ ഞങ്ങൾ പണിയിൽ മുഴുകി. പകുതി പേർ പ്രഭാതം മുതൽ നക്ഷത്രങ്ങൾ തെളിയുന്നതുവരെ കുന്തം വഹിച്ചു നിന്നു. അപ്പോൾ ഞാൻ ജനത്തോട് പറഞ്ഞു, ഓരോ ആളും കൃത്യനോടുകൂടി രാത്രി ജെറൂസലേമിൽ കഴിയുക. അങ്ങനെ രാത്രി കാവലും പകൽ ജോലിയും നടക്കട്ടെ. ഞാനും സഹോദരരും ഭൃത്യന്മാരും എന്നെ അനുഗമിച്ച കാവൽക്കാരും വസ്ത്രം മാറ്റിയില്ല. ഓരോരുത്തരും ആയുധം ഏന്തിയിരുന്നു. അധ്യായം 5. ദരിദ്രരുടെ പരാതി. ജനത്തിൽ പലരും സ്ത്രീപുരുഷൻ ഭേദമന്യേ യഹൂദ സഹോദരന്മാർക്കെതിരെ ആവലാതി പറഞ്ഞു. ചിലർ പറഞ്ഞു, പുത്രിപുത്രന്മാരടക്കം ഞങ്ങൾ വളരെ പേരുണ്ട്. ജീവൻ നിലനിർത്താൻ ഞങ്ങൾക്ക് ധാന്യം തരിക. മറ്റു ചിലർ പറഞ്ഞു, ക്ഷാമം നിമിത്തം വയലുകൾ, മുന്തിരിത്തോപ്പുകളും വീടുകളും ഞങ്ങൾ ധാന്യത്തിന് വേണ്ടി പണയപ്പെടുത്തി. വേറെ ചിലർ പറഞ്ഞു, വയലുകളും മുന്തിരിത്തോപ്പുകളുടെയും മേലുള്ള രാജകീയ നികുതി അടയ്ക്കാൻ ഞങ്ങൾ കടം വാങ്ങിയിരിക്കുന്നു. എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ സഹോദരന്മാരെ പോലെ തന്നെയാണ്. ഞങ്ങളുടെ മക്കൾ അവരുടെ മക്കളെ പോലെയും. എന്നിട്ടും ഞങ്ങളുടെ പുത്രിപുത്രന്മാർ ഞങ്ങളെ അടിമത്തത്തിലേക്ക് തള്ളിവിടുന്നു. ഞങ്ങളുടെ പുത്രിമാരിൽ ചിലർ അടിമകളായി കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ നിസ്സഹായരാണ്. ഞങ്ങളുടെ വയലുകളും മുന്തിരിത്തോപ്പുകളും അന്യാധീനമാണ്. അവരുടെ ആവലാതി കേട്ട് എനിക്ക് കോപം തോന്നി. പ്രമാണിമാരുടെയും സേവകന്മാരുടെയും മേൽ കുറ്റം ആരോപിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ സഹോദരന്മാരിൽ നിന്ന് പലിശ ഈടാക്കുന്നു.
അവർക്കെതിരെ ഞാൻ സഭ വിളിച്ചു കൂട്ടി. ഞാൻ പറഞ്ഞു, ജനതകൾ വിലയ്ക്ക് വാങ്ങിയ യഹൂദ സഹോദരന്മാരെ കഴിവുള്ളിടത്തോളം നമ്മൾ വീണ്ടെടുത്തു. എന്നാൽ ഇനിയും നാം വീണ്ടെടുക്കേണ്ട വിധം നിങ്ങൾ അവരെ വിൽക്കുന്നു. ഒരു വാക്ക് പോലും പറയാനില്ലാത്ത വിധം അവർ നിശബ്ദത പാലിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല. ശത്രുജനങ്ങളുടെ പരിഹാസത്തിന് ഇരയാകാതിരിക്കാൻ നിങ്ങൾ നമ്മുടെ ദൈവത്തോടുള്ള ഭക്തിയിൽ ചരിക്കേണ്ടതല്ലേ? കൂടാതെ ഞാനും സഹോദരന്മാരും ഭൃത്യരും അവർക്ക് പണവും ധാന്യവും വായ്പ കൊടുക്കുന്നു. പലിശ വാങ്ങൽ നമുക്ക് ഉപേക്ഷിക്കാം. അവരുടെ വയലുകളും മുന്തിരിത്തോപ്പുകളും ഒലിവുതോട്ടങ്ങളും ഭവനങ്ങളും പണം, ധാന്യം, വീഞ്ഞ്, എണ്ണ എന്നിവയ്ക്ക് ഈടാക്കിയിരിക്കുന്ന ശതാംശവും ഇന്ന് തന്നെ അവർക്ക് മടക്കി കൊടുക്കണം. അവർ പറഞ്ഞു, ഞങ്ങൾ അവ തിരിച്ചു കൊടുക്കാം. അവരിൽ നിന്ന് ഞങ്ങൾ ഒന്നും ആവശ്യപ്പെടുകയില്ല. അങ്ങ് പറയുന്നത് ഞങ്ങൾ അനുസരിക്കാം. അനന്തരം ഞാൻ പുരോഹിതന്മാരെ വിളിച്ചു. അവരുടെ സാന്നിധ്യത്തിൽ ഞങ്ങളുടെ പ്രതിജ്ഞ നിറവേറ്റുമെന്ന് നേതാക്കന്മാരെ കൊണ്ട് ശപഥം ചെയ്യിച്ചു. ഞാൻ എന്റെ മടി കുടഞ്ഞ് പറഞ്ഞു, ഈ ശപഥം പാലിക്കാത്തവന് ദൈവം ഇതുപോലെ അവന്റെ വീട്ടിൽ നിന്നും ജോലിയിൽ നിന്നും കുടഞ്ഞു കളയട്ടെ. അങ്ങനെ അവൻ എല്ലാം നഷ്ടപ്പെട്ടവനാകട്ടെ. അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞ് ജനം കർത്താവിനെ സ്തുതിച്ചു. അവർ പ്രതിജ്ഞ പാലിച്ചു. അർത്താക്സെർക്സസ് രാജാവിന്റെ 20-ാം ഭരണവർഷം ഞാൻ യൂദായിൽ ദേശാധിപതിയായി നിയമിക്കപ്പെട്ടത് മുതൽ അവന്റെ 32-ാം ഭരണവർഷം വരെ 12 വർഷത്തേക്ക് ഞാനോ എന്റെ സഹോദരന്മാരോ ദേശാധിപതിക്കുള്ള ഭക്ഷണവേതനം വാങ്ങിയില്ല. എന്റെ മുൻഗാമികളായ ദേശാധിപതികളാകട്ടെ ജനത്തിന്റെ മേൽ ഭാരം ചുമത്തുകയും 40 ഷെക്കൽ വെള്ളിക്ക് പുറമെ ഭക്ഷണവും വീഞ്ഞും ഈടാക്കുകയും ചെയ്തു. അവരുടെ സേവകർ പോലും ജനത്തെ ഭയപ്പെടുത്തി. എന്നാൽ ദൈവത്തെ ഭയപ്പെടേണ്ടതിനാൽ ഞാൻ അങ്ങനെ ചെയ്തില്ല. ഞാൻ മതിൽ പണിയിൽ അശ്രദ്ധനായിരുന്നു. ഞാൻ വസ്തുവകകൾ സമ്പാദിച്ചില്ല. എന്റെ ഭൃത്യന്മാരും ഈ ജോലിയിൽ ഏർപ്പെട്ടു. ചുറ്റുമുള്ള ജനതകളിൽ നിന്ന് അവർക്ക് പുറമെ യഹൂദന്മാരും അവരുടെ നായകന്മാരുമായി 180 പേർ എന്നോടൊത്ത് ഭക്ഷിച്ചിരുന്നു. ഒരു ദിവസത്തേക്ക് ഒരു കാളയും കൊഴുത്ത 6 ആടുകളും അതിനൊത്ത കോഴികളുമാണ് വേണ്ടിയിരുന്നത്. 10 ദിവസം കൂടുമ്പോൾ വീഞ്ഞു നിറച്ച തോൽക്കുടങ്ങൾ ധാരാളം ഒരുക്കിയിരുന്നു. എന്നിട്ടും ഭരണാധികാരികൾക്കുള്ള വേതനം ഞാൻ ആവശ്യപ്പെട്ടില്ല. കാരണം ദുർവഹമായ ഭാരമാണ് ജനം താങ്ങിയിരിക്കുന്നത്. എന്റെ ദൈവമേ, ഞാൻ ഈ ജനത്തിന് വേണ്ടി ചെയ്തത് ഓർത്ത് എനിക്ക് നന്മ വരുത്തണമേ. അധ്യായം 6. നെഹെമ്യാക്കെതിരെ ഗൂഢാലോചന. ഞാൻ കതക് കൊളുത്തിയില്ലെങ്കിലും മതിൽ പണിത് വിടവുകൾ അടച്ചു എന്ന് സൻബല്ലാത്തും തോബിയായും അറേബ്യനായ ഗേശെമും മറ്റു ശത്രുക്കളിൽ നിന്ന് അറിഞ്ഞു. സൻബല്ലാത്തും ഗേശെമും എനിക്ക് സന്ദേശം അയച്ചു, വരിക, ഓനോ സമതലത്തിൽ ഏതെങ്കിലും ഗ്രാമത്തിൽ വെച്ച് നമുക്ക് കൂടിക്കാഴ്ച നടത്താം. എന്നെ ഉപദ്രവിക്കുകയായിരുന്നു അവരുടെ ഉദ്ദേശം. ഞാൻ യൂതന്മാരെ അയച്ച് അവരോട് പറഞ്ഞു, ഞാൻ വലിയൊരു കാര്യം ചെയ്യുകയാണ്, എനിക്ക് വരിക സാധ്യമല്ല. ഞാൻ ഇറങ്ങി വന്ന് പണിക്ക് മുടക്കം വരുത്തുന്നതിന് അവർ 4 പ്രാവശ്യം ഈ സന്ദേശം അയക്കുകയും ഞാൻ അതേ ഉത്തരം അയക്കുകയും ചെയ്തു. 5-ാം പ്രാവശ്യവും സൻബല്ലാത്ത് കൃത്യനെ തുറന്ന കത്തുമായി അയച്ചു. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു, നീയും യഹൂദന്മാരും എതിർക്കാൻ ഉദ്ദേശിച്ചാണ് മതിൽ പണിയുന്നതെന്നും നീ അവരുടെ രാജാവാകാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നും ജനതകളുടെ ഇടയിൽ കേൾവിയുണ്ട്. ഗേശെമും അത് തന്നെ പറയുന്നു. യൂദായിൽ ഒരു രാജാവ് ഉണ്ടായിരിക്കുമെന്ന് നിന്നെക്കുറിച്ച് ജെറൂസലേമിൽ വിളംബരം ചെയ്യുന്നതിന് നീ പ്രവാചകന്മാരെ നിയോഗിച്ചിരിക്കുന്നു എന്ന് കേൾക്കുന്നു. ഇവയെല്ലാം രാജസന്നിധിയിൽ അറിയിക്കും. അതിനാൽ വരിക, നമുക്ക് കൂടിയാലോചന നടത്താം. ഞാൻ അവന് മറുപടി നൽകി, നീ പറയുന്നതൊന്നും നടന്നിട്ടില്ല. എല്ലാം നിന്റെ സങ്കല്പമാണ്. ജോലി ചെയ്യാനാവാത്ത വിധം ഞങ്ങളുടെ കൈകൾ തളർന്നു പോകും എന്ന് കരുതി അവർ ഞങ്ങളെ ഭയപ്പെടുത്താൻ ഉദ്യമിച്ചു. ദൈവമേ, അവിടുന്ന് ഇപ്പോൾ എന്റെ കരങ്ങൾ ശക്തിപ്പെടുത്തണമേ. വീട്ടുതടങ്കൽ ആയിരുന്ന ഷേമായുടെ അടുത്ത് ഞാൻ ചെന്നു. അവൻ മെഹഥാബേലിന്റെ പുത്രനായ ദലായുടെ മകനാണ്. അവൻ എന്നോട് പറഞ്ഞു, നമുക്ക് ദേവാലയത്തിനുള്ളിൽ കതകടച്ചിരിക്കാം. അവർ അങ്ങനെ കൊല്ലാൻ നോക്കുന്നു. രാത്രിയിൽ അവർ വരും. ഞാൻ പറഞ്ഞു, എന്നെ പോലുള്ള ഒരാൾ പേടിച്ചോടുകയോ എന്നെ പോലുള്ള ആരെങ്കിലും ദേവാലയത്തിനുള്ളിൽ ഒളിച്ച് ജീവൻ രക്ഷിക്കുമോ? അത് ഞാൻ ചെയ്യുകയില്ല. അവന്റെ വാക്കുകൾ ദൈവപ്രചോദിതമല്ലെന്നും തോബിയായും സൻബല്ലാത്തും കൂലിക്കെടുത്തത് കൊണ്ടാണ് എനിക്കെതിരെ പ്രവചിക്കുന്നതെന്നും എനിക്ക് മനസ്സിലായി. ഭയപ്പെട്ട് ഇപ്രകാരം പ്രവർത്തിച്ച് ഞാൻ പാപം ചെയ്യുന്നതിനും അങ്ങനെ എനിക്ക് ദുഷ്കീർത്തി ഉണ്ടായി എന്നെ അവഹേളിക്കുന്നതിനും വേണ്ടി അവർ അവനെ കൂലിക്കെടുത്തതാണ്. എന്റെ ദൈവമേ, തോബിയായും സാൻബല്ലാത്തിനെയും അവരുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നൽകണമേ. പ്രവാചികയായ നൊവാദിയെയും എന്നെ ഭയപ്പെടുത്താൻ ഉദ്യമിച്ച് മറ്റു പ്രവാചകന്മാരെയും ഓർക്കണമേ.
മതിൽ പൂർത്തിയാകുന്നു. അങ്ങനെ 52-ാം ദിവസം ഏലൂൾ മാസം 25-ാം ദിവസം പണി പൂർത്തിയായി. ഇതറിഞ്ഞ് ഞങ്ങളുടെ ശത്രുക്കളും ചുറ്റുമുള്ള ജനതകളും ഭയപ്പെട്ടു. അവർക്ക് ആത്മവിശ്വാസം നശിച്ചു. ഞങ്ങളുടെ ദൈവത്തിന്റെ സഹായത്താലാണ് ഈ പണി നടന്നതെന്ന് അവർ മനസ്സിലാക്കി. അക്കാലത്ത് യൂദയായിലെ ശ്രേഷ്ഠന്മാരും തോബിയായും തമ്മിൽ കത്തി ഇടപാടുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ആരാമയുടെ പുത്രനായ ശെക്കനിയയുടെ ജാമാതാവായിരുന്നു തോബിയായുടെ പുത്രൻ യോഹന്നാൻ ബറേക്കയുടെ പുത്രൻ മെഷുല്ലാമിന്റെ മകളെയാണ് വിവാഹം ചെയ്തിരുന്നത്. അതിനാൽ യൂദയായിൽ പലരും അവന്റെ പക്ഷത്തായിരുന്നു. അവർ എന്റെ മുൻപിൽ അവനെ പ്രശംസിച്ചു. ഞാൻ പറഞ്ഞതെല്ലാം അവനെ അറിയിക്കുകയും ചെയ്തു. തോബിയ എനിക്ക് ഭീഷണി കഥകൾ അയച്ചുകൊണ്ടിരുന്നു. അധ്യായം 7. മതിലിന്റെ പണി തീർന്നു. കഥകൾ കൊളുത്തുകയും കാവൽക്കാരെയും ഗായകരെയും ലേവ്യരെയും നിയമിക്കുകയും ചെയ്തു. ഞാൻ എന്റെ സഹോദരൻ ഹാനിയയുടെ കോട്ടക്കാവൽക്കാരോട് അധിപനായ ഹനാനിയെയും ജെറൂസലേമിന്റെ ഭരണം ഏൽപ്പിച്ചു. വിശ്വസ്തതയിലും ദൈവഭക്തിയിലും ഹനാനിയ അതുല്യനായിരുന്നു. ഞാൻ അവനോട് പറഞ്ഞു, വെയിൽ മൂക്കുന്നത് വരെ ജെറൂസലേമിന്റെ കവാടങ്ങൾ തുറക്കരുത്. കാവലുള്ളപ്പോൾ തന്നെ വാതിലുകൾ അടച്ചു കുറ്റിയിടണം. ജെറൂസലേം നിവാസികളെ ആയിരിക്കണം കാവൽക്കാരായി നിയമിക്കേണ്ട. അവർ താന്താങ്ങളുടെ ഭവനത്തിന്റെ എതിർവശത്ത് സ്ഥാപനം ഉറപ്പിക്കണം. തിരിച്ചു വന്ന പ്രവാസികൾ. നഗരം വലുതും വിശാലവുമായിരുന്നു. നിവാസികൾ വിരളവും. വീടുകൾ പണിതിരുന്നില്ല. ശ്രേഷ്ഠന്മാരെയും നായകന്മാരെയും ജനത്തെയും വിളിച്ചുകൂട്ടി അവരുടെ വംശാവലി തയ്യാറാക്കുവാൻ ദൈവം എന്നെ പ്രേരിപ്പിച്ചു. ആദ്യം മടങ്ങി വന്നവരുടെ വംശാവലി ഞാൻ കണ്ടെത്തി. അതിൽ ഇപ്രകാരം എഴുതിയിരുന്നു: ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ പിടിച്ചുകൊണ്ടുപോയവരിൽ സ്വനഗരത്തിൽ മടങ്ങിയെത്തിയവർ. അവർ ജെറൂസലേമിലും യൂദയായിലെ നഗരങ്ങളിലും മടങ്ങിയെത്തി. സെറുബാബേൽ, യശുവ, നെഹമിയ, അസറിയ, റാമിയ, നഹ്മാനി, മോർദെഖായി, ബിൽഷാൻ, മിസ്പെരത്ത്, ബിഗ്വായ്, നേഹും, ബാന എന്നിവരുടെ നേതൃത്വത്തിലാണ് അവർ വന്നത്. ഇസ്രായേൽ ജനത്തിന്റെ കണക്ക്. പാരോഷ് കുടുംബത്തിൽ 2272, ഷെഫാത്തിന്റെ കുടുംബത്തിൽ 322, ആരാ കുടുംബത്തിൽ 682, പഹാത്ത് മൊവാബ് കുടുംബത്തിൽ പെട്ട യെശുവയുടെയും യൊവാബോമിന്റെ സന്തതികളായ 2818, ഏലാം കുടുംബത്തിൽ 1284, സാത്ത് കുടുംബത്തിൽ 845, സക്കായ് കുടുംബത്തിൽ 760, ബിന്നൂയ് കുടുംബത്തിൽ 648, ബേബായ് കുടുംബത്തിൽ 628, അസ്ഗാത്ത് കുടുംബത്തിൽ 2322, അദോനി കുടുംബത്തിൽ 677, ബിഗ്വായ് കുടുംബത്തിൽ 2067, ആദിൻ കുടുംബത്തിൽ 655, ആതേർ എന്ന് അറിയപ്പെടുന്ന ഹെസക്കിയയുടെ സന്തതികൾ 98, ഹാഷു കുടുംബത്തിൽ 328, ബസായ് കുടുംബത്തിൽ 324, ഹാരിഫ് കുടുംബത്തിൽ 112, ഗിബയോൺ കുടുംബത്തിൽ 95, ബെത്ലഹേമിനും നെഫാത്തിലെ പുരുഷന്മാർ 188, അനാത്തോത്തിലെ പുരുഷന്മാർ 128, ബെത്ത് അസ്മാവിലെ പുരുഷന്മാർ 42, കിര്യാത്യാരീം, കെരീഫ, ബേറോത്ത് എന്നിവിടങ്ങളിലെ പുരുഷന്മാർ 743, റാമായിലെയും ഗേബായിലെയും പുരുഷന്മാർ 621, മിസ്മാസിലെ പുരുഷന്മാർ 122, ബഥേലിലെയും ആയിലെയും പുരുഷന്മാർ 123, മറ്റ് നെബോയിലെ പുരുഷന്മാർ 52, മറ്റ് ഏലാം കുടുംബത്തിൽ 1284, ഹാറിം കുടുംബത്തിൽ 320, ജെറിക്കോ കുടുംബത്തിൽ 345, ലോദ്, ഹദീദ്, ഓനോ എന്നിവരുടെ സന്തതികൾ 721, സേനാ കുടുംബത്തിൽ 3930, പുരോഹിതന്മാർ യശുവ കുടുംബത്തിൽ യദായയുടെ സന്തതികൾ 923, ഇമേർ കുടുംബത്തിൽ 1082, പാഷർ കുടുംബത്തിൽ 1247, ഹാറിം കുടുംബത്തിൽ 1017, ലേവ്യർ ഹെദേവ കുടുംബത്തിൽ യശുവയുടെയും കദ്മിയേലിന്റെ സന്തതികൾ 74, ഗായകർ ആസാഫ് കുടുംബത്തിൽ 148, വാതിൽ കാവൽക്കാർ ഷല്ലൂം, ആത്തിർ, തൽമോൻ, അക്കൂബ്, ഹത്തീത്ത,
ശോബായി എന്നിവരുടെ സന്തതികൾ 138. ദേവാലയ ശുശ്രൂഷകർ സീഹ, ഹസൂഫ, തബാവോത്ത്, കേറോസ്, സിയ, പാദോൻ, ലബാന, ഹഗാബ, ഷെൽമായി, ഹാനാൻ, ഗിദേൽ, ഗാഹർ, റയായ, റസൻ, നെക്കോദ, ഗസാം, ഉസ, പാസേയ, ബെസായി, മെയുനിം, നെഫുകെസിം, ബക്ബുക്, ഹഫുക, ഹർഹർ, ബാസ്ലെത്ത്, മെഹിദ, ഹർഷ, ബർക്കോസ്, സിക്കേറ, തേമ, നെസിക, ഹക്കീഫ എന്നിവരാണ് സന്തതികൾ. സോളമന്റെ സേവകരുടെ പുത്രന്മാർ സോത്തോയ്, സൊഹെറേത്ത്, പെരീദ, യാല, ദാർക്കോൻ, ഗിദേൽ, ഷെഫാത്തിയ, ഹത്തീൽ, പോക്കേരത്ത് ഹസേബായ്, ആമോൻ എന്നിവരുടെ സന്തതികൾ. ദേവാലയ ശുശ്രൂഷകരും സോളമന്റെ സേവകരുമായി ആകെ 392 പേർ. തേൽമേല, തേൽഹർഷ, കേരൂബ്, അമോൻ, ഇമേർ എന്നിവിടങ്ങളിൽ നിന്നുള്ള പേരാണ് താഴെ പറയുന്നവർ. എന്നാൽ തങ്ങളുടെ കുടുംബങ്ങളോ കുലമോ കൊണ്ട് തങ്ങൾ ഇസ്രായേലരാണെന്ന് തെളിയിക്കാൻ അവർക്ക് സാധിച്ചില്ല. ദലായ, തോബിയ, നെക്കോദ എന്നിവരുടെ സന്തതികൾ 642. പുരോഹിതന്മാരുടെ പുത്രന്മാർ ഹോബായ, ഹക്കോസ്, ബർസിലായി എന്നിവരുടെ സന്തതികൾ. ബർസിലായി കുടുംബക്കാരുടെ പൂർവികൻ ഗിലിയാദുകാരൻ ബർസിലിയായുടെ പുത്രിയെ വിവാഹം ചെയ്തതിനാലാണ് അവർക്ക് ആ പേര് ലഭിച്ചത്. വംശാവലിയിൽപ്പെട്ട പേരല്ലാത്തതിനാൽ അവരെ അശുദ്ധരാക്കി കരുതി പുരോഹിത ഗണത്തിൽ ഉൾപ്പെടുത്തിയില്ല. ഉറീം തുമീമും ഉള്ള ഒരു പുരോഹിതൻ വരുന്നത് വരെ വിശുദ്ധ ഭോജനത്തിൽ പങ്കുചേരുന്നതിൽ നിന്ന് ദേശാധിപതി അവരെ വിലക്കി. ജനമാകെ 42,360 പേർ. അതിനു പുറമെ അവരുടെ ദാസീദാസന്മാർ 7,337. ഗായകന്മാർ 245 പേർ ഉണ്ടായിരുന്നു. 736 കുതിരകളും 245 കോവർ കഴുതകളും 435 ഒട്ടകങ്ങളും 6,250 ഉണ്ടായിരുന്നു. കുടുംബത്തലവന്മാരുടെ ദേവാലയ നിർമ്മാണത്തിന് സംഭാവനകൾ നൽകി. ദേശാധിപതി 1000 ദാരിക് സ്വർണവും 50 ഷാൽന പാത്രങ്ങളും 530 പുരോഹിത വസ്ത്രങ്ങളും നൽകി. കുടുംബത്തലവന്മാർ നിർമ്മാണ നിധിയിലേക്ക് 20,000 ദാരിക് സ്വർണവും 2,200 മീന വെള്ളിയും നൽകി. മറ്റുള്ളവർ 20,000 ദാരിക് സ്വർണവും 2,200 മീന വെള്ളി 67 പുരോഹിത വസ്ത്രങ്ങളും നൽകി. പുരോഹിതന്മാർ, ലേവ്യർ, വാതിൽ കാവൽക്കാർ, ഗായകർ, ശുശ്രൂഷകർ തുടങ്ങി ഇസ്രായേല്യരെല്ലാം താന്താങ്ങളുടെ പട്ടണങ്ങളിൽ താമസിച്ച് 7-ാം മാസമായപ്പോൾ ഇസ്രായേൽ ജനം താന്താങ്ങളുടെ പട്ടണങ്ങളിൽ വാസമുറപ്പിച്ചു. അധ്യായം 8. നിയമം പരസ്യമായി വായിക്കുന്നു. ജനമൊറ്റക്കെട്ടായി ജലകവാടത്തിന് മുൻപിലുള്ള മൈതാനത്തിൽ സമ്മേളിച്ചു. കർത്താവ് ഇസ്രായേലിന് നൽകിയ മോശയുടെ നിയമഗ്രന്ഥം കൊണ്ടുവരാൻ അവർ നിയമജ്ഞനോട് എസ്രയോട് ആവശ്യപ്പെട്ടു. 7-ാം മാസം 1-ാം ദിവസം പുരോഹിതനായ എസ്ര സ്ത്രീകളും പുരുഷന്മാരും തിരിച്ചറിവായ എല്ലാവരും അടങ്ങുന്ന സഭയുടെ മുൻപിൽ നിയമഗ്രന്ഥം കൊണ്ടുവന്നു. അവൻ ജലകവാടത്തിന് മുൻപിലുള്ള മൈതാനത്ത് നിന്ന് അതിരാവിലെ മുതൽ മധ്യാഹ്നം വരെ അവരുടെ മുൻപിൽ അത് വായിച്ചു. ജനശ്രദ്ധാപൂർവം ശ്രവിച്ചു. പ്രത്യേകം നിർമ്മിച്ച തടി കൊണ്ട് പീഠത്തിലാണ് എസ്ര നിന്നത്. മത്തിത്തിയ, ഷേമ, അനായ, ഊറിയ, ഹിൽക്കിയ, മാസേയ എന്നിവർ അവന്റെ വലതുവശത്തും, പേദായ, മിഷായേൽ, മൽക്കിയ, ഹഷും, ഹഷ്പദാന, സഖറിയ, മെഷുല്ലാം എന്നിവർ ഇടതുവശത്തും നിന്നിരുന്നു. ഉയർന്ന പീഠത്തിൽ നിന്നുകൊണ്ട് എല്ലാവരെയും കാണുകയെ അവൻ പുസ്തകം തുറന്നു. അവൻ എഴുന്നേറ്റ് നിന്നു. എസ്ര അത്യുന്നതമായ ദൈവമായ കർത്താവിനെ സ്തുതിച്ചു. ജനം കൈകൾ ഉയർത്തി ആമേൻ ആമേൻ ഉദ്ഘോഷിക്കുകയും സാഷ്ടാംഗം വീണ കർത്താവിനെ ആരാധിക്കുകയും ചെയ്തു. യശുവ, ബാനി, സെറബിയ, യാമിൻ, അക്കൂബ്, ഷെബാത്തീം, ഹോദിയ, മാസയ, കെലീത്ത, അസീറിയ, യോസബാദ്, ഹനാൻ, പെലയ എന്നീ ലേവ്യർ സ്വസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ട് ജനത്തെ നിയമം മനസ്സിലാക്കാൻ സഹായിച്ചു. അവർ ദൈവത്തിന്റെ നിയമഗ്രന്ഥം വ്യക്തമായി വായിച്ചു. ജനങ്ങൾക്ക് മനസ്സിലാകും വിധം ആശയം വിശദീകരിച്ചു. നിയമം വായിച്ചു കേട്ട് ജനം കരഞ്ഞു. അപ്പോൾ ദേശാധിപതിയായ നെഹമ്യായും പുരോഹിതന്മാരും നിയമജ്ഞരായ എസ്രയും ജനത്തെ പഠിപ്പിച്ച് ലേവ്യരും അവരോട് പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈ ദിവസം വിശുദ്ധമാണ്, അതിനാൽ ദുഃഖിക്കുകയോ കരയുകയോ അരുത്. അനന്തരം അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി വിഭവസമൃദ്ധമായ ഭക്ഷണവും മധുര വീഞ്ഞും കഴിക്കുക. ആഹാരമില്ലാത്തവന് ഓഹരി കൊടുത്തയക്കുകയും വേണം. ഈ ദിവസം കർത്താവിന് വിശുദ്ധമാണ്, നിങ്ങൾ വിലപിക്കരുത്. അവിടുന്ന്
അവിടുത്തെ സന്തോഷമാണ് നിങ്ങളുടെ ബലം. നിശബ്ദരായിരിക്കുവിൻ, ഈ ദിവസം വിശുദ്ധമാണ്. വിലാപമരുതെന്ന് പറഞ്ഞ് ലേവ്യർ ജനത്തെ ശാന്തരാക്കി. കാരണം ഗ്രഹിച്ച് എല്ലാവരും ഭക്ഷണപാനീയങ്ങൾ കഴിക്കാനും ഓഹരികൾ എത്തിച്ചു കൊടുക്കാനും ആഹ്ലാദിക്കാൻ വേണ്ടി പിരിഞ്ഞുപോയി. പിറ്റേ ദിവസം കുടുംബ തലവന്മാർ എല്ലാവരെയും നിയമം പഠിപ്പിക്കാൻ വേണ്ടി ലേവ്യരോടും പുരോഹിതന്മാരോടൊപ്പം നിയമജ്ഞനായ എസ്തയുടെ അടുത്ത് ചെന്നു. 7-ാം മാസത്തിലെ ഉത്സവത്തിന് ഇസ്രായേൽ കൂടാരങ്ങളിൽ വസിക്കണമെന്നും കുന്നുകളിൽ നിന്ന് ചെന്ന് ഒലിവ്, കാട്ടൊലിവ്, കൊളുന്ത്, ഈന്തപ്പന എന്നിവയുടെ ശാഖകൾ കൊണ്ടുവന്നു. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ കൂടാരങ്ങൾ നിർമ്മിക്കുക എന്ന് തങ്ങളുടെ പട്ടണങ്ങളിലും ജെറൂസലേമിലും പ്രഘോഷിച്ച് അറിയിക്കണമെന്നും കർത്താവ് മോശം വഴി നൽകിയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത് അവർ കണ്ടു. അവർ ചെന്ന് അവ കൊണ്ടുവരികയും തങ്ങളുടെ മേൽപ്പുരയിലും മുറ്റത്ത് ദേവാലയാങ്കണത്തിലും ജലകവാടത്തിലും എഫ്രൈം കവാടത്തിന് സമീപമുള്ള മൈതാനങ്ങളിലും കൂടാരങ്ങളിലും നിർമ്മിക്കുകയും ചെയ്തു. പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ജനം കൂടാരങ്ങൾ നിർമ്മിക്കുകയും അതിൽ വസിക്കുകയും ചെയ്തു. അവർ വളരെ സന്തോഷിച്ചു, കാരണം നൂനിന്റെ പുത്രൻ ജോഷുവയുടെ കാലം മുതൽ അന്ന് വരെ ഇസ്രായേൽ ജനം ഇപ്രകാരം ചെയ്തിരുന്നില്ല. ഉത്സവത്തിന്റെ ആദ്യ ദിവസം മുതൽ അവസാന ദിവസം വരെ എന്നും അവൻ ദൈവത്തിന്റെ നിയമഗ്രന്ഥം വായിച്ചു കേൾപ്പിച്ചു. 7 ദിവസം അവർ തിരുനാൾ ആഘോഷിച്ചു. നിയമമനുസരിച്ച് 8-ാം ദിവസം ഒരു മഹാസമ്മേളനവും ഉണ്ടായിരുന്നു. അധ്യായം 9. ജനം പാപം ഏറ്റുപറയുന്നു. ആ മാസം 24-ാം ദിവസം ഇസ്രായേൽ ജനം സമ്മേളിച്ചു. അവർ ചാക്കൊടുത്ത് തലയിൽ പൂഴി വിതറി ഉപവസിച്ചു. അവർ അന്യജനതകളിൽ നിന്ന് വേർതിരിക്കുകയും എഴുന്നേറ്റ് നിന്ന് തങ്ങളുടെ പാപങ്ങൾ, പിതാക്കന്മാരുടെ അകൃത്യങ്ങൾ ഏറ്റുപറയുകയും ചെയ്തു. കൂടാതെ ദിവസത്തിന്റെ കാൽഭാഗം തങ്ങളുടെ ദൈവമായ കർത്താവിന്റെ നിയമഗ്രന്ഥം എഴുന്നേറ്റ് നിന്ന് വായിക്കുകയും കാൽഭാഗം തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവിടുത്തെ ആരാധിക്കാനും ചെലവഴിച്ചു. യശുവ, ബാനി, കദ്മിയേൽ, ശബാനിയ, ബുന്നി, ഷെറേബിയ, ബാനി, കെനാനി എന്നിവർ ലേവ്യരുടെ പീഠങ്ങളിൽ നിന്നുകൊണ്ട് ദൈവമായ കർത്താവിനെ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിച്ചു. അനന്തരം ലേവ്യരായ യശുവ, കദ്മിയേൽ, ബാനി, ഹഷ്ബന്യ, ഷെറബിയ, ഹോദിയ, ശബാനിയ, പത്താഹിയ എന്നിവർ ദൈവത്തെ ആഹ്വാനം ചെയ്തു. എഴുന്നേറ്റ് നിന്ന് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ എന്നേക്കും സ്തുതിക്കുവൻ. എല്ലാ സ്തോത്രങ്ങൾക്കും അധീനനായ അവിടുത്തെ മഹനീയ നാമം സ്തുതിക്കപ്പെടട്ടെ. എസ്രാ തുടർന്നു. അവിടുന്ന് മാത്രമാണ് കർത്താവ്. അവിടുന്ന് ആകാശത്തെയും സ്വർഗത്തെയും ആകാശ സൈന്യത്തെയും ഭൂമിയെയും അതിലുള്ള സകലത്തെയും സമുദ്രങ്ങളെയും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കി. അവിടുന്ന് അവയെ സംരക്ഷിക്കുകയും ആകാശഗോളങ്ങൾ അവിടുത്തെ ആരാധിക്കുന്നു. അവിടുന്ന് ആണ് കൽദായ ദേശമായ ഊറിൽ നിന്ന് അബ്രാമിന്റെ തിരഞ്ഞെടുത്തു കൊണ്ടുവന്ന് എബ്രഹാം എന്ന പേര് നൽകിയ ദൈവമായ കർത്താവ്. അവൻ വിശ്വസ്തനാണെന്ന് അവിടുന്ന് മനസ്സിലാക്കി. കാനോന്യർ, ഹിത്യർ, അമോര്യർ, പെരീസ്യർ, ജബൂസിയർ, ഗിർഗാഷ്യർ എന്നിവരുടെ നാട് അവന്റെ പിൻഗാമികൾക്ക് നൽകുമെന്ന് അവിടുന്ന് അവനോട് വാഗ്ദാനം ചെയ്തു. നീതിമാനായ അവിടുന്ന് അത് നിറവേറ്റി. അവിടുന്ന് ഈജിപ്തിൽ ഞങ്ങളുടെ പിതാക്കന്മാരുടെ പീഡകൾ കാണുകയും ചെങ്കടലിൽ വെച്ചുള്ള വിലാപം ശ്രവിക്കുകയും ചെയ്തു. ഫറവോയും സേവകരും ജനവും ഞങ്ങളുടെ പിതാക്കന്മാരോട് ധിക്കാരം പ്രവർത്തിച്ചത് അവിടുന്ന് അറിഞ്ഞു. അവർക്ക് എതിരായി അവിടുന്ന് പ്രവർത്തിച്ചു, അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ഇന്നെന്ന പോലെ അവിടുത്തെ നാമം വിസ്തൃതമായി. അവരുടെ മുൻപിൽ അവിടുന്ന് കടലിനെ വിഭജിച്ചു. ജനം ഉണങ്ങിയ നിലത്തിലൂടെ നടന്നു. അവരെ അനുധാവനം ചെയ്തവരെ അവിടുന്ന് കല്ലെന്ന പോലെ കടലിൽ ആഴ്ത്തി. പകൽ മേഘസ്തംഭത്തിൽ നിന്ന് അവിടുന്ന് അവരെ നയിച്ചു. രാത്രി അഗ്നിസ്തംഭത്താൽ അവർക്ക് വഴികാട്ടിയായി. സ്വർഗസ്ഥനായ അവിടുന്ന് സീനായ് മലയിൽ നിന്നിറങ്ങി വന്ന് അവരോട് സംസാരിക്കുകയും ഉചിതമായ നിർദ്ദേശങ്ങളും നിയമങ്ങളും കൽപ്പനകളും പ്രമാണങ്ങളും അവർക്ക് നൽകുകയും ചെയ്തു. അവിടുത്തെ ദാസനായ മോശ വഴി വിശുദ്ധ സാബത്തും പ്രമാണങ്ങളും കൽപ്പനകളും അവിടുന്ന് നൽകി. അവിടുന്ന് അവർക്ക് ആകാശത്ത് നിന്ന് അപ്പവും പാറയിൽ നിന്ന് ദാഹജലവും നൽകി. അങ്ങ് വാഗ്ദാനം ചെയ്ത നാട് കൈവശപ്പെടുത്താൻ അവരോട് കൽപ്പിക്കുകയും ചെയ്തു. എന്നാൽ അവരുടെ പിതാക്കന്മാരും ധിക്കാരവും ദുശാഠ്യവും കാട്ടി അവിടുത്തെ കൽപ്പന ലംഘിച്ചു. അവർ അനുസരിക്കാൻ വിസമ്മതിച്ചു. അവിടുന്ന് പ്രവർത്തിച്ച അത്ഭുതങ്ങൾ അവഗണിച്ചു. ദുശാഠ്യനായ അവർ ഈജിപ്തിലെ അടിമത്തത്തിലേക്ക് മടങ്ങിപ്പോവാൻ ഒരു നേതാവിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. ക്ഷമിക്കാൻ സന്നദ്ധനും ദയാലുവുമായ കൃപാധിയും ക്ഷമാശീലനും അളവറ്റ സ്നേഹത്തിന്റെ ഉടവയുമായ ദൈവമാകയാൽ അവിടുന്ന് അവരെ കൈവിടിഞ്ഞില്ല. അവർ ലോഹം കൊണ്ട് കാളക്കുട്ടിയെ ഉണ്ടാക്കി. ഇതാ നിങ്ങളെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച ദൈവം എന്ന് പറഞ്ഞ് ഘോരമായി ദൈവത്തെ ദുഷിച്ചു.
എന്നിട്ടും കാരുണ്യവാനായ അവിടുന്ന് അവരെ മരുഭൂമിയിൽ ഉപേക്ഷിച്ചില്ല. പകൽ അവരെ നയിച്ച മേഘസ്തംഭവും രാത്രി അവർക്ക് വഴികാട്ടിയ അഗ്നിസ്തംഭവും അവരെ വിട്ടുപോയില്ല. അവിടുന്ന് തന്റെ ചൈതന്യം പകർന്ന് അവരിൽ വിവേകം ഉദിപ്പിച്ചു. മന്നായും ദാഹജലവും തുടർന്ന് നൽകി. 40 വർഷം അവിടുന്ന് അവരെ മരുഭൂമിയിൽ സംരക്ഷിച്ചു. അവർക്ക് ഒന്നിനും ഒരു കുറവില്ലായിരുന്നു. അവരുടെ വസ്ത്രം ജീർണിച്ചിട്ടില്ല, പാദം വിങ്ങിയില്ല. രാജ്യങ്ങളെയും ജനതകളെയും അവിടുന്ന് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ദേശമെല്ലാം അവർക്ക് അധീനമാക്കി. അവർ ഹെശ്ബോൻ രാജാവായ സീഹോന്റെയും ബാശാൻ രാജാവായ ഓഗിന്റെയും രാജ്യങ്ങൾ കൈവശപ്പെടുത്തി. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ അവരുടെ സന്തതികൾ അവിടുത്തെ വർദ്ധിപ്പിച്ചു. അവരുടെ പിതാക്കന്മാരുടെ കൈവശമാക്കാൻ കൽപ്പിച്ചിരുന്ന ദേശത്തേക്ക് അവിടുന്ന് അവരെ നയിച്ചു. അത് അവർ കൈവശമാക്കി. തദ്ദേശവാസികളായ കാനാന്യരെ അവർ പരാജയപ്പെടുത്തി. അവരോടും അവരുടെ രാജാക്കന്മാരോടും ഇഷ്ടം പോലെ പെരുമാറാൻ അവിടുന്ന് തന്റെ ജനത്തെ അനുവദിച്ചു. സുരക്ഷിത നഗരങ്ങളും ഫലഭൂയിഷ്ഠമായ പ്രദേശങ്ങളും അവർ പിടിച്ചടക്കി. വിശിഷ്ട വിഭവങ്ങൾ നിറഞ്ഞ വീടുകൾ, കിണറുകൾ, മുന്തിരിത്തോപ്പുകൾ, ഒലിവ് തോട്ടങ്ങൾ, ഫലവൃക്ഷങ്ങൾ എന്നിവ ധാരാളമായി അവർ അധീനമാക്കി. അവർ തിന്നുകൊഴുത്തു. അവിടുന്ന് നൽകിയ വിശിഷ്ട വിഭവങ്ങൾ അവർ ആസ്വദിച്ചു. എങ്കിലും ധിക്കാരികളായ അവർ അവിടുത്തെ എതിർക്കുകയും നിയമത്തെ അവഗണിക്കുകയും ചെയ്തു. അങ്ങയുടെ അടുത്തേക്ക് മടങ്ങി വരാൻ ഉപദേശിച്ച അവരുടെ പ്രവാചകന്മാരെ വധിക്കുകയും അങ്ങനെ ആവർത്തിച്ച് നിന്ദിക്കുകയും ചെയ്തു. അവിടുന്ന് അവരെ ശത്രുക്കൾ കരങ്ങളിൽ ഏൽപ്പിച്ചു. ശത്രുക്കളുടെ പീഡനമേറ്റ് അവർ അവിടുത്തെ വിളിച്ചപേക്ഷിച്ചു. സ്വർഗത്തിൽ നിന്ന് അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു. കാരുണ്യോദ്രേകത്താൽ അവിടുന്ന് രക്ഷകന്മാരെയും അയച്ച് അവരുടെ ശത്രുക്കൈകളിൽ നിന്ന് രക്ഷിച്ചു. എന്നാൽ സ്വസ്ഥത ലഭിച്ചപ്പോൾ അവർ വീണ്ടും തിന്മ ചെയ്തു. അവിടുന്ന് അവരെ ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ശത്രുക്കൾ അവരുടെ മേൽ ആധിപത്യം പുലർത്തി. അവർ അവിടുത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു. അങ്ങനെ കാരുണ്യാദ്രേകത്താൽ അവിടുന്ന് പലതവണ അവരെ രക്ഷിച്ചു. നിയമം അനുസരിക്കാൻ അവിടുന്ന് അവരെ അനുശാസിച്ചു. എങ്കിലും അവർ ധിക്കാരപൂർവ്വം അവിടുത്തെ കൽപ്പനകൾ ലംഘിച്ച് പാപം ചെയ്തു. ജീവദായകമായ അവിടുത്തെ അനുശാസനങ്ങൾ പാലിച്ചില്ല. ദുശാഠ്യക്കാരായ അവർ മരത്തിലിച്ചു കൊണ്ടിരുന്നു. വളരെ കാലം അവിടുന്ന് അവരോട് ക്ഷമിച്ചു. പ്രവാചകന്മാരിലൂടെ അവിടെ ആത്മാവ് അവർക്ക് താക്കീത് നൽകി. എന്നിട്ടും അവർ ഗണിച്ചില്ല. അതിനാൽ അവിടുന്ന് അവരെ ജനതകൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എന്നാൽ കാരുണ്യാദ്രേക നിമിത്തം അവിടുന്ന് അവരെ നിർമൂലമാക്കുകയോ പരിത്യജിക്കുകയോ അവിടെ ചെയ്തില്ല. അവിടുന്ന് ദയാലുവും കൃപാനിധിയുമായ ദൈവമാകുന്നു. മഹോന്നതവും ശക്തവും ഭീതികരനുമായ ദൈവമേ, ഉടമ്പടി പാലിക്കുന്ന സ്നേഹനിധിയെ, അസീറിയ രാജാക്കന്മാരുടെ കാലം മുതൽ ഇന്ന് വരെ ഞങ്ങൾക്കും ഞങ്ങളുടെ രാജാക്കന്മാർക്കും പുരോഹിതന്മാർക്കും പ്രവാചകന്മാർക്കും പിതാക്കന്മാർക്കും അവിടുത്തെ ജനത്തിനും നേരിട്ടിരിക്കുന്ന ദുരിതങ്ങൾ നിസ്സാരമായി തള്ളിക്കളയരുതേ. നീതിയുക്തമായാണ് അവിടെ ഞങ്ങളെ ശിക്ഷിച്ചത്. അവിടുന്ന് വിശ്വസ്തയോടെ വർത്തിച്ചു. ഞങ്ങളോ ദുഷ്ടത പ്രവർത്തിച്ചു. ഞങ്ങളുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പുരോഹിതന്മാരും പിതാക്കന്മാരും അവിടുത്തെ നിയമങ്ങളും കൽപ്പനകളും താക്കീതുകളും അവഗണിച്ചു. സ്വന്തം രാജ്യത്ത് വിശാലവും സമ്പന്നവുമായ ദേശത്ത് അങ്ങ് നൽകിയ സമൃദ്ധി ആസ്വദിച്ചു കഴിയുമ്പോഴും അവർ അവിടുത്തെ സേവിച്ചില്ല. ദുഷ്പ്രവൃത്തികളിൽ ഉപേക്ഷിച്ചതുമില്ല. സൽഫലങ്ങളും നൽവരങ്ങളും ആസ്വദിക്കുന്നതിന് അവിടുന്ന് ഞങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ ദേശത്ത് ഇന്ന് ഞങ്ങൾ അടിമകളാണ്. ഞങ്ങളുടെ പാപം നിമിത്തം ഞങ്ങളെ കീഴ്പ്പെടുത്താൻ അങ്ങ് നിയോഗിച്ച രാജാക്കന്മാരും ദേശത്തിന്റെ സമൃദ്ധി അനുഭവിക്കുന്നു. ഞങ്ങളും ഞങ്ങളുടെ കന്നുകാലികളും അവരുടെ വരുതിയിലാണ്. ഞങ്ങളുടെ ജീവിതം ദുരിതപൂർണമാണ്. ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുന്നു. തന്മൂലം തങ്ങൾ ഒരു ഉടമ്പടി എഴുതി ഉണ്ടാക്കുകയും നേതാക്കന്മാരും ലേവ്യരും പുരോഹിതരും അത് ഒപ്പുവെക്കുകയും ചെയ്യുന്നു. ഹലോ, ശരി ചേച്ചി. 10 തൊട്ടാണേ. നെഹമ്യാ 10. ഉടമ്പടിയിൽ ഒപ്പുവെച്ചവർ അക്കാരിയുടെ പുസ്തകവും ദേശാധിപതിയുമായ നെഹമ്യാ, സിദെക്കിയ. ക്ലിയർ ആണോ മോളെ? എന്തോ ക്ലിയർ ആണോ? കേക്കാം. എന്തോ ഒരു എക്കോ ഉണ്ട്, പക്ഷെ കേക്കാം. ഇപ്പൊ കുഴപ്പമില്ല. ദേശാധിപതി നെഹമ്യാ, സിദെക്കിയ, പുരോഹിതന്മാർ സറായ, ജെറമ്യാ,
ഷബാനിയ, മല്ലു, ആരി, മെറേമോ, ഒബാദിയ, ക്ലിയർ അല്ലേ? അല്ല ക്ലിയർ ആണോ? അല്ല ചേച്ചി, അല്ല. മോള് വായിച്ചോ? കണ്ടിന്യൂ ചെയ്താൽ ശരിയാക്കട്ടെ. ശരി ശരി. ചേച്ചി ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? അധ്യായം 10. ഷീല ചേച്ചി വായിക്കുന്ന? വായിച്ചു. മോള് വായിക്കാൻ നോക്കട്ടില്ല, ഇവിടെ എന്തോ പ്രോബ്ലം ഉണ്ട്. ശരി ശരി, ഓക്കെ. ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുന്നു. അധ്യായം 10. ഉടമ്പടിയിൽ ഒപ്പുവച്ചവർ ഹക്കാലിയയുടെ പുത്രനും ദേശാധിപതിയുമായ നെഹമ്യ, സെദെക്കിയ, പുരോഹിതന്മാർ സെറയ, അസറിയ, ജെറമിയ, പാഷൂർ, അമരിയ, മൽക്കിയ, ഹാത്തൂഷ്, ഷെബാനിയ, മലൂക്ക്, ഹാരിം, മെറേമോത്ത്, ഒബാദിയ, ദാനിയേൽ, ഗിന്നെഥോൻ, ബാറൂഖ്, മെഷുല്ലേം, അബിയ, മിയാമിൻ, മാസിയ, പിൽഗായ്, ഷെമായ, ലേവ്യർ, അസാനിയയുടെ പുത്രൻ യശുവ, ഹെനാദാദിന്റെ കുടുംബത്തിൽപ്പെട്ട ബിനുയി, കദ്മിയേൽ, അവരുടെ സഹോദരന്മാർ ഷെബാനിയ, ഹോദിയ, കെലീത്ത, പേലായ, ഹാനാൻ, മിഖ, ഹാറോബ്, ഹഷാബിയ, സക്കൂർ, ഷറേബിയ, ഷെബാനിയ, ഹോദിയ, ബാനി, ബനീനു. ജനനേതാക്കൾ പാരോഷ്, ഫഹാത്ത് മൊവാബ്, ഏലാം, സത്തു, ബാനി, ബുന്നി, ആസ്ഗാദ്, ബേബായ്, അദോനിയ, ബിഗ്വായ്, അദീൻ, ആതേർ, ഹെസക്കിയ, ആസർ, ഹോദിയ, ഹഷും, ബേസായ്, ഹാരിഫ്, അനാത്തോത്ത്, നേബായ്, മക്പിയാഷ്, മേഷൂർ, ഹെസീർ, മെഹസബിൽ, സാദോക്, യദുവ, പെലാത്തിയ, ഹാനാൻ, അനന്യ, ഹോഷയ, ഹനനിയ, ഹാഷുബ്, ഹലേഹോഷ്, പിൽഹ, ഷോബേക്, രേഹും, ഹഷബനാവ്, മാസയ, അഹിയ, ഹാനാൻ, ആനാൻ, മല്ലു, ഹാറിം, ബാന. ശേഷമുള്ള പുരോഹിതന്മാർ. വായിച്ചോ. 28 10-ാം അധ്യായം 28. ശേഷമുള്ള പുരോഹിതന്മാർ, ലേവ്യർ, വാതിൽ കാവൽക്കാർ. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഗായകർ, ദേവാലയ സേവകർ എന്നിവരും ദൈവത്തിന്റെ നിയമത്തെ പ്രതി തദ്ദേശീയരിൽ നിന്ന് ബന്ധമിടത്തിയവരും അവരുടെ ഭാര്യമാരും മക്കളും തിരിച്ചറിവായ എല്ലാവരും തങ്ങളുടെ ചാർച്ചക്കാരോടും ശ്രേഷ്ഠന്മാരോടും കൂടെ തന്റെ ദാസനായ മോശ വഴി ദൈവം നൽകിയ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുമെന്നും ദൈവമായ കർത്താവിന്റെ എല്ലാ പ്രമാണങ്ങളും ചട്ടങ്ങളും കൽപ്പനകളും പാലിക്കുമെന്നും മറിച്ചായാൽ ശാപം ഏറ്റുകൊള്ളാമെന്നും ശപഥം ചെയ്തു. ഞങ്ങളുടെ പുത്രന്മാർക്ക് ദേശവാസികളുടെ പുത്രിമാരായോ അവരുടെ പുത്രന്മാർക്ക് തങ്ങളുടെ പുത്രിമാരായോ വിവാഹം ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. സാപത്തിലോ വിശുദ്ധ ദിനത്തിലോ അവർ ധാന്യമോ മറ്റു വസ്തുക്കളോ വിൽക്കാൻ കൊണ്ടുവന്നാൽ ഞങ്ങൾ വാങ്ങുകയില്ല. 7-ാം വർഷത്തെ വിളവും കടം ഈടാക്കലും ഞങ്ങൾ ഉപേക്ഷിക്കും. കാഴ്ചയപ്പം, നിരന്തര ധാന്യബലി, നിരന്തര ദഹനബലി, സാപത്തുകൾ, അമാവാസികൾ,
നിശ്ചിത തിരുനാളുകൾ, വിശുദ്ധ വസ്തുക്കൾ, ഇസ്രായേലിന് വേണ്ടിയുള്ള ഭാവപരിഹാര ബലികൾ എന്നിവയ്ക്കും ദേവാലയ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രതിവർഷം 1/3 ഷെക്കൽ നൽകാമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. കൂടാതെ ദേവാലയത്തിലെ ബലിപീഠത്തിലെ നിയമപ്രകാരം കത്തിക്കാനുള്ള വിറക് കുടുംബക്രമം അനുസരിച്ച് പ്രതിവർഷം നിശ്ചിത സമയങ്ങളിൽ സമർപ്പിച്ചുകൊള്ളാമെന്നും ഞങ്ങൾ പുരോഹിതന്മാരും ലേവ്യരും ജനവും അറക്കി തീരുമാനിച്ചിരിക്കുന്നു. വയലിലെ ആദ്യ വിളവുകളും വൃക്ഷങ്ങളുടെ ആദ്യ ഫലങ്ങളും കർത്താവിന്റെ ആലയത്തിൽ സമർപ്പിക്കാമെന്നും ഞങ്ങളുടെ ആദിജാതന്മാരെയും മൃഗങ്ങളുടെ കളിജൂലികളെയും ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാരുടെ അടുത്ത് നിയമപ്രകാരം കൊണ്ടുകൊള്ളാമെന്നും പുതുധാന്യം കൊണ്ടുള്ള അപ്പവും വൃക്ഷഫലങ്ങൾ, വീഞ്ഞ, എണ്ണ എന്നിവയുടെ ഓഹരികളും ദേവാലയത്തിൽ പുരോഹിതന്മാരുടെ മുറികളിൽ എത്തിച്ചു കൊള്ളാമെന്നും കാർഷിക വിളവുകളുടെ ദശാംശം ഉൾനാടൻ പട്ടണങ്ങളിൽ അവ ശേഖരിക്കുന്ന ലേവ്യരുടെ അടുത്തിൽ എത്തിച്ചുകൊള്ളാമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. ലേവ്യർ ദശാംശം സ്വീകരിക്കുമ്പോൾ അഹ്റോന്റെ പുത്രനായ പുരോഹിതൻ അവരോടൊത്തുണ്ടായിരിക്കണം. ലേവ്യർ ദശാംശത്തിന്റെ ദശാംശം ദേവാലയത്തിലെ കലവറയിലേക്ക് കൊണ്ടുവരണം. ധാന്യം, വീഞ്ഞ്, എണ്ണ എന്നിവയുടെ ഓഹരി ഇസ്രായേൽ ജനവും ലേവ്യരുടെ കൂടെ ദേവാലയ ശുശ്രൂഷകരായ പുരോഹിതന്മാരും പടികാവൽക്കാരും ഗായകരും താമസിക്കുന്നതും ശ്രീകോവിലിലെ പാത്രങ്ങൾ സൂക്ഷിക്കുന്നതുമായ മുറികളിലേക്ക് കൊണ്ടുവരണം. ഞങ്ങൾ ഞങ്ങളുടെ ദേവാലയത്തിന്റെ ആലയത്തെ അവഗണിക്കുകയില്ല. അധ്യായം 11. ജെറുസലേം നിവാസികൾ. ജനനേതാക്കൾ ജെറുസലേമിൽ താമസിച്ചു. ശേഷിച്ചവർ വിശുദ്ധ നഗരമായ ജെറുസലേമിൽ 10 വീതവും ഇതര പട്ടണങ്ങളിൽ 10 വീതവും താമസിക്കാൻ നറുക്കിട്ട് തീരുമാനിച്ചു. ജെറുസലേമിൽ താമസിക്കാൻ സ്വമേധയാ തയ്യാറായവരെ ജനം അഭിനന്ദിച്ചു. ഇസ്രായേൽ ജനവും പുരോഹിതന്മാർ, ലേവ്യർ, ദേവാലയ ശുശ്രൂഷകർ, സോളമന്റെ ദാസന്മാരുടെ പിൻഗാമികൾ എന്നിവർ യൂദാ നഗരങ്ങളിൽ സ്വന്തം സ്ഥലത്ത് താമസിച്ചു. ജെറുസലേമിൽ വസിച്ച പ്രമുഖന്മാർ യൂദയുടെയും ബെഞ്ചമിന്റെയും ഗോത്രത്തിൽപ്പെട്ടവരാണ്. യൂദാ ഗോത്രത്തിൽ നിന്ന് ഉസിയായുടെ പുത്രൻ അത്തായ, ഉസിയ സക്രിയായുടെയും സക്കറിയ അമരിയായുടെയും, അമരിയ ഷഫാത്തിയ മഹലേലിന്റെയും, മഹലേൽ പെരേസിന്റെയും പുത്രന്മാർ. ബാറൂഖിന്റെ പുത്രൻ മസയ, ബാറൂഖ് എൽഹോസയുടെയും, അവൻ ഹസായുടെയും, ഹസായ അദായുടെയും, അവൻ യാറിയാബിന്റെയും, യോയാറിബ് ശിലേനായ സക്കറിയായുടെയും പുത്രന്മാരായിരുന്നു. പേരേസിന്റെ കുടുംബത്തിൽപ്പെട്ട 468 ധീരന്മാർ ജെറുസലേമിൽ പാർത്തു. ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് മെശുല്ലാമിന്റെ പുത്രൻ സല്ലു, മെശുല്ലാം യോദബിന്റെയും, യോബദ് പെദയായുടെയും, പെദയ കോലയായുടെയും, കോലയ മാസിയായുടെയും, മാസിയ ഇത്തിയാലിന്റെയും, ഇത്തിയേൽ യഷായിയുടെയും പുത്രന്മാരായിരുന്നു. സല്ലുവിനോടൊപ്പം അടുത്ത ചാർച്ചക്കാരായ ഗബ്ബായി, സല്ലായി എന്നിവരും ആകെ 928 പേർ. സിക്രിയുടെ പുത്രൻ ജോയേലാണ് അവരുടെ ചുമതല വഹിച്ചത്. ഹസനവായുടെ പുത്രൻ യൂദയായിരുന്നു നഗരത്തിൽ രണ്ടാമൻ. പുരോഹിതന്മാരിൽ യോയാറബിന്റെ പുത്രൻ യദയാ, യാക്കീർ കിൽക്കായുടെ പുത്രൻ സെറയാം, കിൽക്കിയ മെഷുല്ലാമിന്റെയും, മെഷുല്ലാം സദോക്കിന്റെയും, സദോക്ക് മെറാത്തിയായുടെയും, മെറായോത്ത് ദേവാലയ ഭരണാധികാരിയായ അഹിത്തൂബിന്റെയും പുത്രന്മാരായിരുന്നു. ദേവാലയത്തിൽ ജോലി ചെയ്തിരുന്ന അവരുടെ ചാർച്ചക്കാർ 822 പേർ. യെറോമിന്റെ പുത്രൻ അദായ, യെറോഹോം ബലാനിയുടെയും, ബലാലിയ അംസിയായുടെയും, അംസി സക്കറിയായുടെയും, സക്കറിയ പാഷൂറിന്റെയും, പാഷൂർ മൽക്കിയായുടെയും പുത്രന്മാരായിരുന്നു. അദയായുടെ ചാർച്ചക്കാരായ കുടുംബത്തലവന്മാർ 242. അസറേലിന്റെ പുത്രൻ അമാഷായി, അസറേൽ അഹാസിയുടെയും, അഹാസ മെഷിലാമോത്തിന്റെയും, മെഷിലാമോത്ത് ഇമ്മറിന്റെയും പുത്രന്മാരായിരുന്നു. അവരുടെ ശൂരപരാക്രമികളായ ചാർച്ചക്കാർ 128 പേർ. അവരുടെ നേതാവ് ഹഗദോലിന്റെ പുത്രൻ സബ്ദേലിയായിരുന്നു. ലേവ്യരിൽ നിന്ന് ഹാഷൂബിന്റെ പുത്രൻ ഷെമയ, ഹാഷൂബ് അസ്രാഖിന്റെയും, അസ്രീക്കാം ഹഷാബിയുടെയും, ഹഷാബിയ ഉണ്ണിയുടെയും പുത്രന്മാരായിരുന്നു. ദേവാലയത്തിനുള്ള ജോലികളുടെ മേൽനോട്ടം വഹിച്ചിരുന്നത് ലേവ്യ പ്രമുഖരായ ഷബേദയും യോസാബാദുമാകുന്നു. സ്തോത്ര പ്രാർത്ഥനയ്ക്ക് നേതൃത്വം വഹിച്ചിരുന്നത് അസാഫിന്റെ പുത്രനായ സബ്ദിയുടെ പുത്രൻ മിക്കായുടെ പുത്രനായ മത്താനിയ, രണ്ടാമൻ ബക്കൂക്കിയ, യദോദിന്റെ പുത്രനായ ഗലാലിന്റെ പുത്രൻ ഷമ്മുവായുടെ പുത്രനായ അബ്ദ. വിശുദ്ധ നഗരത്തിൽ ആകെ ലേവ്യർ 284. വാതിൽ കാവൽക്കാരനായ അപ്പൂവും തന്മോനും അവരുടെ ചാർച്ചക്കാരും കൂടെ 172 പേർ. ബാക്കിയുള്ള ഇസ്രായേൽ ജനവും പുരോഹിതന്മാരും ലേവ്യരും യൂദാ നഗരങ്ങളിൽ തങ്ങളുടെ അവകാശ ഭൂമികളിൽ താമസിച്ചു. എന്നാൽ ദേവാലയ ശുശ്രൂഷകൾ ഓഫേലിൽ താമസിച്ചു. സീഹായും ഗിഷ്പായും അവരുടെ മേൽനോട്ടം വഹിച്ചു. ബാനിയുടെ പുത്രനായ ഉസിയാണ് ജെറുസലേമിലെ ലേവ്യരുടെ മേൽനോട്ടം വഹിച്ചത്. ബാനി ഹഷാബിയയുടെയും, ഹഷാബിയ മത്താനിയായുടെയും, മത്താനിയ ദേവാലയത്തിൽ കാല ശുശ്രൂഷ നടത്തുന്ന ആസാഫിന്റെ കുടുംബത്തിൽപ്പെട്ട മിക്കായുടെയും പുത്രന്മാരായിരുന്നു. ദേവാലയത്തിൽ ദിവസം തോറുമുള്ള കാല ശുശ്രൂഷകളുടെ തവണ ഓരോ ഗണത്തിനും രാജാവ് നിശ്ചയിച്ചു കൊടുത്തു.
യൂദയായുടെ പുത്രനായ സെറായിയുടെ പുത്രൻ മെഷാസാവത്തിന്റെ പുത്രനായ പത്തഹ്യ ജനത്തെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളിലും രാജാവിന്റെ ഉപദേഷ്ടാവായിരുന്നു. യൂദയായിൽപ്പെട്ട ചിലർ കിര്യാതർബ, ദിബോൺ, എപ്സൽ എന്നീ നഗരങ്ങൾ, അവയുടെ ഗ്രാമങ്ങൾ, യശുവ, മൊളാദ, ബെത്പലേത്, ഹസാർ ഷുവാൽ, ബർഷബായ അതിന്റെ ഗ്രാമങ്ങൾ, സിഗ്ലഗ, മെക്കാന അതിന്റെ ഗ്രാമങ്ങൾ, എൻറിമോൻ, സോറ, യാർമൂദ്, സനോവ, അദൂല എന്നീ പട്ടണങ്ങൾ, അവയുടെ ഗ്രാമങ്ങൾ, ലാഫീഷ് അതിന്റെ വയലുകൾ, അസേക്ക അതിന്റെ ഗ്രാമങ്ങൾ എന്നിവിടങ്ങളിൽ വസിച്ചു. അങ്ങനെ അവർ ബർഷബ മുതൽ ഹിന്നോം താഴ്വര വരെ വാസമർപ്പിച്ചു. ബെഞ്ചമിൻ ഗോത്രജർ ദേവ, മിക്മഷ, അയ്യ, ബഥേൽ അതിന്റെ ഗ്രാമങ്ങൾ, അനാത്തോത്ത്, നോബ്, അനാനിയ, അസോർ, രാമ, ഗിത്തായി, ഹദീസ്, സെബോയി, നെബലാത്ത്, ലോത്ത്, ഷിഫീഡ് താഴ്വരയായ ഓനോ എന്നിവിടങ്ങളിൽ പാർന്നു. യൂദയായിലെ ലേവ്യ ഗണങ്ങൾ ബെഞ്ചമിനോട് ചേർന്നു. അധ്യായം 12. പുരോഹിതന്മാരും ലേവ്യരും. യശാദ്ദാലിന്റെ പുത്രൻ സറൂബാബലിനോടും യശുവായുടെ കൂടെ വന്ന പുരോഹിതന്മാരും ലേവ്യരും സറയ, ജെറമിയ, എസ്ര, മരിയ, മറ്റു, ഖത്തു, ഷെക്കാനിയ, റഹൂം, മെറാമോത്ത്, ഇദ്ദോ, ഗിന്നത്തോയി, അബിയ, ഹിജാമിൻ, മാദിയ, ബിൽഗ, ഷമായ, യോയാറാബിത്, യദായ, സല്ലു, ആമോ, ഹിൽക്കിയ, യദായ. യശുവായുടെ കാലത്തെ പുരോഹിതന്മാരുടെയും അവരുടെ സഹോദരന്മാരുടെയും നേതാക്കന്മാർ ഇവരായിരുന്നു. ലേവ്യർ യശുവ, ബിന്നു, തക്നിയേൽ, ഷറബിയ, യൂദ എന്നിവരും സ്തോത്രഗീതത്തിന്റെ നേതൃത്വം വഹിച്ചിരുന്ന മത്താനിയായും ചാർച്ചക്കാരും. അവരുടെ സഹോദരന്മാരായ ബക്ബുക്കിയും ഉന്നോയും അവർക്ക് അഭിമുഖമായിരുന്നു ഗാനശുശ്രൂഷയിൽ പങ്കുകൊണ്ടു. യശുവ യോയാക്കിമിന്റെയും യോയാക്കിം എലിയാഷാബിന്റെയും എലിയാഷേബ് യോദയാത്തിന്റെയും യോദയ ജോനാഥന്റെയും ജോനാഥൻ യദുവായുടെയും പിതാവായിരുന്നു. യോയാക്കാമിന്റെ കാലത്തെ കുടുംബത്തലവന്മാരായ പുരോഹിതന്മാർ സറയ കുടുംബത്തിൽ മെററിയ, ജെറമിയ കുടുംബത്തിൽ ഹനാനിയ, എസ്ര കുടുംബത്തിൽ മെഷൂല, അമരിയ കുടുംബത്തിൽ യഹോഹാനാൻ, മല്ലൂക്കി കുടുംബത്തിൽ ജോനാഥൻ, ഷെബാനിയ കുടുംബത്തിൽ ജോസഫ്, ആറിയ കുടുംബത്തിൽ അദ്ന, മെറായ കുടുംബത്തിൽ എൽക്കായ്, ഇദ്ദോ കുടുംബത്തിൽ സക്കറിയ, ഗിന്നദോൻ കുടുംബത്തിൽ മഷൂല, അബിയ കുടുംബത്തിൽ സിക്രി, മിനിയാമിൻ, മൊബാദിയ കുടുംബത്തിൽ പിൽക്കായി, ബിൽക്ക കുടുംബത്തിൽ ഷമുവ, ഷമുവ കുടുംബത്തിൽ യോനാഥൻ, യോയാദി കുടുംബത്തിൽ മക്കനായി, യദിയ കുടുംബത്തിൽ ഉസി, സല്ലായി കുടുംബത്തിൽ കല്ലായി, അമോ കുടുംബത്തിൽ എബേർ, ഹിൽക്കിയ കുടുംബത്തിൽ ഹഷാബിയ, യദായ കുടുംബത്തിൽ നെത്തനേൽ, എലിയാഷിബ്, യയോദ, യോഹന്നാൻ, യദുവ എന്നിവരുടെ കാലത്തെ ലേവ്യരുടെയും പേർഷ്യ രാജാവായ ദാരിയൂസിന്റെയും കാലം വരെ പുരോഹിതന്മാരുടെയും കുടുംബത്തലവന്മാരുടെയും പേര് വിവരം രേഖപ്പെടുത്തിയിരുന്നു. എലിയാഷാബിന്റെ പുത്രൻ യോഹനാന്റെ കാലം വരെ ദേവവൃത്താന്ത ഗ്രന്ഥത്തിൽ ലേവ്യ കുടുംബത്തലവന്മാരുടെ പേരുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹഷാബിയ, ഷറാബിയ, കത്നേലിന്റെ പുത്രൻ യശുവ എന്നിവർ തങ്ങൾക്ക് അഭിമുഖമായി നിന്ന് സഹോദരന്മാരോടൊത്ത് ദൈവപുരുഷനായ ദാവീദിന്റെ കൽപ്പനയനുസരിച്ചുള്ള സ്തുതിയും കൃതജ്ഞതയും യാമം തോറും ദൈവത്തിന് അർപ്പിച്ചു. മത്താനിയ, ബക്ബുക്കിയ, ഒബാദിയ, മെഷൂലാം, തൽമോർ, അക്കൂത്ത് എന്നിവരായിരുന്നു പടിവാദത്തിലുള്ള കലവറകളുടെ സംരക്ഷകരും കാവൽക്കാരും. അവർ യസോദാക്കിന്റെ പുത്രൻ യശുവായുടെ പുത്രൻ യോയാക്കീമിന്റെയും ദേശാധിപനായ നെഹമ്യായുടെയും പുരോഹിതനുമായ യസ്രായിയുടെയും സമകാലികരായിരുന്നു. മതിലിന്റെ പ്രതിഷ്ഠ. ജെറുസലേം മതിലിന്റെ പ്രതിഷ്ഠാകർമ്മം കൈത്താളം, വീണം, കിന്നരം എന്നിവയോട് സ്തോത്ര ഗാനങ്ങളാൽ ആരംഭിച്ച് ആഘോഷിക്കാൻ എല്ലായിടങ്ങളിൽ നിന്ന് ലേവ്യരെ വരുത്തി. നെഹാത്തുബൈത്തിലുള്ള ഗ്രാമങ്ങളിൽ നിന്നും ജെറൂസലേമിന്റെ പ്രാന്തങ്ങളിൽ നിന്നും ബത്ലിഗ്മാൽ, ഗബ, അസ്മവത്ത് എന്നിവിടങ്ങളിൽ നിന്നും ഗായകർ വന്നു ചേർന്നു. അവർ ജെറൂസലേമിന് ചുറ്റും ഗ്രാമങ്ങൾ നിർമ്മിച്ചു. പുരോഹിതന്മാരും ലേവ്യരും തങ്ങളെ തന്നെയും ജനത്തെയും കവാടങ്ങൾ, മതിൽ എന്നിവയും ശുദ്ധീകരിച്ചു. അനന്തരം ഞാൻ യൂദയായിലെ പ്രഭുക്കന്മാരെ മതിലിന്റെ മുകളിലേക്ക് ആനയിക്കുകയും കൃതജ്ഞാസ്തോത്രങ്ങളുടെ ഘോഷയാത്ര നടത്തുന്നതിന് 2 വലിയ ഗായക ഗണങ്ങളെ നിയോഗിക്കുകയും ചെയ്തു. ഒരു ഗണം മതിലിന് മുകളിലൂടെ വലത്തോട്ട് ചവറ്റുവാതിൽ വരെ പോയി. അവരുടെ പിന്നാലെ ഹോഷായും യൂദാപ്രഭുക്കളിൽ പകുതിയും, അസറിയ, എസ്ര, മെഷൂലാം, യൂദ, ബെഞ്ചമിൻ, ഷമായ, ജെറമിയ എന്നിവരും കാഹളമൂതിക്കൊണ്ട് പുരോഹിത പ്രമുഖന്മാരിൽ ചിലരും നടന്നു. യോനാഥന്റെ പുത്രൻ സക്കറിയായും, യോനാഥൻ ഷമയായുടെയും, ഷമയ മത്താനിയയുടെയും, മത്താനിയ മിക്യായുടെയും, മിക്കയ സക്കൂറിന്റെയും, സക്കൂർ അസാഫിന്റെയും പുത്രന്മാരായിരുന്നു. അവന്റെ സഹോദരന്മാരായ ഷമയ, അസ്രേൽ, മിലാലായി, ഗിലാലായി, മായി, നെത്തനേൽ, യൂദ, ഹനാനി എന്നിവരും ദൈവപുരുഷനായ ദാവീദിന്റെ വാദ്യോപകരണങ്ങൾ വഹിച്ചുകൊണ്ട് നടന്നു. നിയമജ്ഞനായ എസ്ര അവരുടെ മുമ്പിൽ നടന്നു. ഈ സംഘം ഉറവവാതിൽ കിടന്ന് ദാവീദിന്റെ നഗരത്തിലേക്കുള്ള നടകൾ കയറി അവന്റെ കൊട്ടാരത്തിന്റെ പാർശ്വത്തിലുള്ള കൈകുത്തിലൂടെ പോയി കിഴക്ക് ജലകവാടത്തിലെത്തി.
സർവജ്ഞാസ്തോത്രം ആലപിച്ചുകൊണ്ട് മറ്റേ സംഘം ഇടതുവശത്തേക്ക് നീങ്ങുമ്പോൾ ഞാൻ പകുതി ജനത്തോടൊത്ത് മതിലിലൂടെ ചൂളഗോപുരം കടന്ന് വിശാല മതിൽ വരെ അവരെ അനുഗമിച്ചു. അവർ എഫ്രായിം കവാടവും പ്രാചീന കവാടവും മത്സ്യ കവാടവും കനാനേൽ ഗോപുരവും ശതഗോപുരവും അജകവാടവും പിന്നിട്ട് കാവൽപുരയ്ക്കടുത്തുള്ള കവാടത്തിൽ എത്തി നിന്നു. സർവജ്ഞാസ്തോത്രം ആരംഭിച്ചുകൊണ്ടിരുന്ന രണ്ട് ജനങ്ങളും ഞാനും നേതാക്കന്മാരിൽ പകുതിയും കാഹളമോദിക്കൊണ്ട് പുരോഹിതന്മാരായ എലിയാക്കീം, മസായ, മിനയാമിൻ, എലിയാവോനായി, സഖറിയ, ഹനാനിയ എന്നിവരും പിന്നാലെ മസയ, ഷമയ, എലയാസർ, ഉസീം, യോഹനാൻ, മൽക്കിയ, ഏലേം, ഏസർ എന്നിവരും ദേവാലയത്തിലെത്തി. എസ്രായുടെ നേതൃത്വത്തിൽ ഗായകർ ഗാനം ആരംഭിച്ചു. അന്ന് അവർ അനേകം ബലികൾ അർപ്പിക്കുകയും ആനന്ദിക്കുകയും ചെയ്തു. വലിയ ആഹ്ലാദത്തിന് ദൈവം അവർക്ക് ഇട നൽകി. സ്ത്രീകളും കുട്ടികളും അതിൽ പങ്കുചേർന്നു. ജെറുസലേമിന്റെ ആഹ്ലാദത്തെ മുറിപ്പുകൾ അകലെ കേൾക്കാമായിരുന്നു. പുരോഹിതന്മാർക്കും ലേവ്യർക്കും പട്ടണങ്ങളോട് ചേർന്നുള്ള വയലുകളിൽ നിന്ന് നിയമപ്രകാരം ലഭിക്കേണ്ട സംഭാവനകളും ആദ്യഫലങ്ങളും ദശാംശങ്ങളും സംഭരിച്ച് കലവറകളിൽ സൂക്ഷിക്കാൻ ആളുകളെ അവർ നിയോഗിച്ചു. ദേവാലയ ശുശ്രൂഷകരായ പുരോഹിതന്മാരിലും ലേവ്യരിലും യൂദാജനം സംപ്രീതരായിരുന്നു. അവർ ദൈവത്തിന്റെ ശുശ്രൂഷയും ശുദ്ധീകരണ ശുശ്രൂഷയും അനുഷ്ഠിച്ചിരുന്നു. ദാവീദിന്റെയും പുത്രൻ സോളമന്റെയും അനുശാസനം അനുസരിച്ച് ഗായകന്മാരും വാതിൽ കാവൽക്കാരും തങ്ങളുടെ കർത്തവ്യം നിർവഹിച്ചു. പണ്ട് ദാവീദിന്റെയും അസാഫിന്റെയും കാലത്ത് ഗായകന്മാർക്ക് നേതാവുണ്ടായിരുന്നു. സ്തുതിയുടെയും കൃതജ്ഞതയുടെയും ഗാനങ്ങൾ ദൈവസന്നിധിയിൽ അവർ ആലപിച്ചിരുന്നു. സെറുബ്ബാബേലിന്റെയും നെഹമ്യായുടെയും കാലത്ത് ഇസ്രായേൽ ജനം ഗായകന്മാർക്കും നീക്കിവെക്കുകയും ചെയ്തു. അധ്യായം 13 നെഹമ്യ ഭീകരണം. ആ ദിവസം ജനങ്ങൾക്ക് മോശയുടെ നിയമഗ്രന്ഥത്തിൽ നിന്ന് അവർ വായിച്ചു. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: അമ്മോന്യരെയും മൊവാബിയരെയും ദൈവത്തിന്റെ സന്നിധിയിൽ പ്രവേശിക്കരുത്. ഇസ്രായേൽ ജനത്തെ അപ്പവും വെള്ളവും കൊടുത്ത് സ്വീകരിക്കുന്നതിന് പകരം അവരെ ശപിക്കാൻ ബാലാമിനെ കൂലിപ്പെടുത്തവരാണ് അവർ. എന്നാൽ ദൈവം ആ ശാപത്തെ അനുഗ്രഹമായി മാറ്റി. നിയമം വായിച്ചു കേട്ട ജനം അന്യജനതകളെ ഇസ്രായേലിൽ നിന്ന് അകറ്റി. എന്നാൽ ഇതിനു മുമ്പ് പുരോഹിതനും തോബിയായുടെ സുഹൃത്തും ദേവാലയ മുറികളുടെ ചുമതലക്കാരനുമായ എലിയാഷിബ് തോബിയായ്ക്ക് വേണ്ടി ഒരു വലിയ മുറി സജ്ജമാക്കി. അതിലാണ് ധാന്യബലിക്കുള്ള വസ്തുക്കളും കുന്തുരുക്കവും പാത്രങ്ങളും ലേവ്യർ, ഗായകർ, കാവൽക്കാർ എന്നിവർക്ക് കൽപ്പന പ്രകാരം നൽകിയിരുന്ന ധാന്യം, വീഞ്ഞ, എണ്ണ എന്നിവയുടെ ദശാംശവും പുരോഹിതന്മാർക്കുള്ള സംഭാവനകളും കൊണ്ട് സൂക്ഷിച്ചിരുന്നത്. ഈ സമയത്ത് ഞാൻ ജെറുസലേമിൽ ഉണ്ടായിട്ടില്ല. ബാബിലോൺ രാജാവായ അർത്തസർക്സിന്റെ 32-ാം ഭരണവർഷത്തിൽ ഞാൻ രാജാവിനെ കാണാൻ പോയിരിക്കുകയായിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞ് ഞാൻ രാജാവിനോട് വിടവാങ്ങി ജെറുസലേമിൽ തിരിച്ചെത്തി. എലിയാഷിബ് ദേവാലയ ഗണത്തിൽ തോബിയായ്ക്ക് വേണ്ടി ഒരു മുറി സജ്ജമാക്കുക എന്ന ഹീനകൃത്യം ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടു. കോപിഷ്ഠനായ ഞാൻ തോബിയായുടെ ഗൃഹോപകരണങ്ങൾ പുറത്തെറിഞ്ഞു. മുറിയുടെ ശുദ്ധീകരണ കർമ്മം നിർവഹിക്കാൻ ഞാൻ ആജ്ഞാപിച്ചു. ദേവാലയത്തിലെ പാത്രങ്ങളും ധാന്യബലിക്കുള്ള വസ്തുക്കളും കുന്തിരിപ്പവും അതിൽ തിരിച്ചു കൊണ്ടുവന്നു വെച്ചു. ലേവ്യരുടെ ഓഹരി മുഴങ്ങിയെന്നും ശുശ്രൂഷ ചെയ്തിരുന്ന ലേവ്യരും ഗായകന്മാരും തങ്ങളുടെ വയലുകളിലേക്ക് പോയെന്നും ഞാൻ അറിഞ്ഞു. ദേവാലയത്തെ പരിസ്ഥിതിച്ചത് എന്തിനെന്ന് ചോദിച്ച് ഞാൻ ചുമതലപ്പെട്ടവരെ ശാസിച്ചു. ലേവ്യരെയും ഗായകരെയും ഞാൻ പൂർവ്വസ്ഥാനങ്ങളിലാക്കി. ജനം ധാന്യം, എണ്ണ എന്നിവയുടെ ദശാംശം കലവറയിലേക്ക് കൊണ്ടുവന്നു. സംഭരണശാലകളുടെ സൂക്ഷിപ്പുകാരായി പുരോഹിതൻ ശെരമ്യായെയും നിയമജ്ഞൻ സദോക്കിനെയും ലേവ്യനായ പെദയായെയും അവർക്ക് സഹായത്തിന് സക്കൂറിന്റെ മകനും മത്തനിയായുടെ പൗത്രനുമായ ഹനാനെയും ഞാൻ നിയമിച്ചു. അവർ വിശ്വസ്തരായി പരിഗണിക്കപ്പെട്ടിരുന്നു. തങ്ങളുടെ സഹോദരന്മാർക്ക് അവരുടെ ഓഹരി നൽകുമായിരുന്നു അവരുടെ ചുമതല. എന്റെ ദൈവമേ, ഈ പ്രവൃത്തികൾ മൂലം എന്നെ സ്മരിക്കണമേ. എന്റെ ദൈവത്തിന്റെ ആലയത്തിനും അങ്ങയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ള സൽകൃത്യങ്ങൾ അങ്ങ് മറക്കരുതേ. അക്കാലത്ത് യൂദാജനം ശാപത്തിൽ മുന്തിരിച്ച കാട്ടുന്നതും ധാന്യക്കറ്റ കഴുതപ്പുറത്ത് കയറ്റുന്നതും ജെറുസലേമിലേക്ക് വീഞ്ഞ്, മുന്തിരി, അത്തിപ്പഴ എന്നിവയും മറ്റു ചുവടുകളും കൊണ്ടുവരുന്നതും ഞാൻ കണ്ടു. അവ വിൽക്കുന്നവരെ ഞാൻ ശാസിച്ചു. ടയറിൽ നിന്ന് ജെറുസലേമിൽ വസിച്ചിരുന്ന ആളുകൾ ശാപത്തിൽ യൂദയായുടെയും ജെറുസലേമിന്റെയും ജനത്തിനു വേണ്ടി മത്സ്യവും മറ്റു സാധനങ്ങളും കൊണ്ടുവന്ന് വിറ്റിരുന്നു. യൂദയായിലെ പ്രമുഖന്മാരെ ഞാൻ കുറ്റപ്പെടുത്തി. ശാപത്ത് ദിനത്തെ അശുദ്ധമാക്കി. എത്ര വലിയ തിന്മയാണ് നിങ്ങൾ ചെയ്യുന്നത്! നിങ്ങളുടെ പിതാക്കന്മാർ ഇങ്ങനെ ചെയ്തതുകൊണ്ടല്ലേ നമ്മുടെ ദൈവം നമുക്കും നമ്മുടെ നഗരത്തിനും ഈ ദുരിതം വരുത്തിയത്. എന്നിട്ടും ശാപത്ത് അശുദ്ധമാക്കി നിങ്ങൾ ഇസ്രായേലിന്റെ മേൽ പൂർവോപരി ക്രോധം വിളിച്ചു വരുത്തുന്നു. ശാപത്തിന് മുമ്പ് ഇരുട്ട് വ്യാപിക്കാൻ തുടങ്ങുമ്പോൾ ജെറുസലേമിന്റെ കവാടങ്ങൾ അടയ്ക്കണമെന്നും ശാപത്ത് കഴിയുന്നത് വരെ തുറക്കരുതെന്നും ഞാൻ നിർദ്ദേശിച്ചു. ശാപത്ത് ദിവസം കവാടങ്ങളിലൂടെ ചുമട് കൊണ്ടുവരാതിരിക്കാൻ ദാസന്മാരെ ഞാൻ കാവൽ നിർത്തി.
കച്ചവടക്കാർക്കും എല്ലാവിധ വ്യാപാരികൾക്കും ജെറൂസലേമിന് വെളിയിൽ 1-2 പ്രാവശ്യം താമസിക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ അവരെ ശാസിച്ചു, നിങ്ങൾ എന്താണ് മതിലിന് മുമ്പിൽ താമസിക്കുന്നത്? ഇത് തുടർന്നാൽ എനിക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. പിന്നീട് അവർ സാബത്തിൽ വന്നിട്ടില്ല. സാബത്ത് ദിവസം വിശുദ്ധമായി ആചരിക്കേണ്ടതിന് തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും കവാടങ്ങൾ കാത്തു സൂക്ഷിക്കുകയും ചെയ്യാൻ ലേവ്യരോട് ഞാൻ കൽപ്പിച്ചു. എന്റെ ദൈവമേ, എനിക്ക് അനുകൂലമായി ഓർക്കണമേ. അങ്ങയുടെ അക്ഷര സ്നേഹത്തിന്റെ മഹത്വത്തിനൊത്ത് എന്നെ രക്ഷിക്കണമേ. ഈ കാലത്ത് അഷ്ടോദ്, അമ്മോൻ, മോവാബ് എന്നീ ദേശങ്ങളിലെ സ്ത്രീകളെ വിവാഹം ചെയ്ത യഹൂദരെ ഞാൻ കണ്ടു. അവരുടെ സന്താനങ്ങളിൽ പകുതി പേരും അഷ്ടോദോസ് ഭാഷയാണ് സംസാരിച്ചത്. യൂദയായുടെ ഭാഷ സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. സന്താനങ്ങളുടെ ഭാഷ മാത്രമേ അവർ അറിഞ്ഞിരുന്നുള്ളൂ. ഞാൻ അവരോട് തർക്കിക്കുകയും അവരെ ശപിക്കുകയും ചിലരെ പ്രഹരിക്കുകയും ചെയ്തു. അവരുടെ കരുമുടി ഞാൻ വലിച്ചു പറിച്ചു. അവരെ കൊണ്ട് ദൈവനാമത്തിൽ ശബ്ദം ചെയ്യിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് നൽകിയോ അവരുടെ പുത്രിമാരെ നിങ്ങളുടെ പുത്രന്മാരോ സ്വീകരിക്കുവരുതേ. ഇസ്രായേൽ രാജാവായ സോളമൻ ഇത്തരം സ്ത്രീകൾ നിമിത്തം പാപം ചെയ്തില്ലേ? അവനെ പോലെ രാജാവ് ജനതകൾക്കിടയിൽ ഇല്ലായിരുന്നു. ദൈവം അവനെ സ്നേഹിച്ചു. അവിടുന്ന് അവനെ ഇസ്രായേലിന്റെ മുഴുവൻ രാജാവാക്കി. എന്നാൽ വിദേശ സ്ത്രീകൾ അവനെ കൊണ്ടുപോയി പാപം ചെയ്യിച്ചു. നിങ്ങളെ പിന്തുടർന്ന് ഞങ്ങളും ഈ വലിയ തിന്മകൾ ചെയ്യണമോ? വിദേശ സ്ത്രീകളെ വിവാഹം ചെയ്ത് നമ്മുടെ ദൈവത്തോട് വഞ്ചന കാണിക്കണമോ? പ്രധാന പുരോഹിതൻ എലിയാശാവിന്റെ പുത്രൻ യഹോദായയുടെ മക്കളിൽ ഒരുവൻ കൊറോണിയനായ സൻബലാത്തിന്റെ മകളെ വിവാഹം കഴിച്ചിരുന്നു. അവനെ ഞാൻ എന്റെ മുമ്പിൽ നിന്ന് ആട്ടിപ്പായിച്ചു. എന്റെ ദൈവമേ, അവർ പൗരോഹിത്യത്തെയും പൗരോഹിത്യ വാഗ്ദാനത്തെയും ലേവ്യരെയും അവഹേളിച്ചത് അവർക്കെതിരെ ഓർക്കണമേ. അങ്ങനെ വിദേശീയരായ എല്ലാവരിൽ നിന്ന് ഞാൻ അവരെ ശുദ്ധീകരിച്ചു. പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും കർത്തവ്യങ്ങൾക്ക് വ്യവസ്ഥയുണ്ടാക്കി. നിശ്ചിത സമയങ്ങളിൽ വിറകും ആദ്യഫലങ്ങളും അർപ്പിക്കുന്നതിന് വ്യവസ്ഥ ഏർപ്പെടുത്തി. എന്റെ ദൈവമേ, എന്നെ എന്നും ഓർമ്മിക്കണമേ. തോബിത്ത് അധ്യായം 1. തോബിത്തിന്റെ ക്ലേശങ്ങൾ. നഫ്താലി ഗോത്രജനായ തോബിത്തിന്റെ ചരിത്രം. തോബിത്ത് തോബിയാലിന്റെയും തോബിയാൽ അനന്യാലിന്റെയും അനന്യാൽ അഗ്വേലിന്റെയും അഗ്വേൽ അസ്യാലിന്റെ പിൻഗാമികളിൽപ്പെട്ട കബയാലിന്റെയും പുത്രന്മാരാണ്. തോബിത്ത് അസറിയ രാജാവായ ഷൽമൻസറിന്റെ കാലത്ത് ഗലീലയിലെ കേദേശ് നഫ്താലിക്ക് തെക്ക് ആഷേറിന്റെ മുകൾ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തിഷ്ബയിൽ നിന്ന് തടവുകാരനായി പിടിക്കപ്പെട്ടു. ഞാൻ തോബിത്ത് ജീവിതകാലം അത്രയും സത്യത്തിന്റെയും നീതിയുടെയും മാർഗത്തിലാണ് പരിചരിച്ചത്. അസറിയയിലെ നിലവയിലേക്ക് എന്നോട് കൂടെ പോകുന്ന സ്വദേശീയരായ സഹോദരർക്ക് ഞാൻ നിരവധി ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്. സ്വദേശമായ ഇസ്രായേലിൽ ഞാൻ താമസിച്ച ചെറുപ്പകാലത്ത് തന്നെ എന്റെ പൂർവ്വപിതായ നഫ്താലിയുടെ ഗോത്രം മുഴുവൻ ജെറൂസലേം പൗരത്തെ പരിചരിച്ചു. ഇസ്രായേലിലെ എല്ലാ ഗോത്രങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് ജെറൂസലേമാണല്ലോ. സകല ഗോത്രങ്ങളും ബലിയർപ്പിക്കേണ്ടത് അവിടെയാണ്. അത്യുന്നതൻ വസിക്കുന്നതും എല്ലാ തലമുറകൾക്കും വേണ്ടി എന്നേക്കുമായി പ്രതിഷ്ഠിക്കപ്പെട്ടതും ആയ ആലയം അവിടെയാണ്. വിശ്വാസം ധരിച്ച ഗോത്രങ്ങളെല്ലാം ബാലക്കുട്ടിക്ക് ബലി അർപ്പിച്ചു പോന്നു. എന്റെ പൂർവ്വപിതാവായ നഫ്താലിയുടെ കുടുംബവും അങ്ങനെ ചെയ്തു. എന്നാൽ ഞാൻ മാത്രം ഇസ്രായേലിന്റെ ശാസന നിയമം അനുസരിച്ചു. കൂടെ ഉത്സവങ്ങളിൽ പങ്കുള്ള ജെറൂസലേമിൽ പോയി. ആദ്യഫലങ്ങളും വിളവിന്റെ ദശാംശവും ആദ്യം കത്തിരിക്കുന്ന ആട്ടിൻരോഗവും ബലിപീഠത്തിങ്കൽ അഫ്രോന്റെ പുത്രന്മാരായ പുരോഹിതന്മാരെ ഞാൻ ഏൽപ്പിച്ചു. ഉൽപ്പന്നങ്ങളുടെ എല്ലാം ദശാംശം ജെറൂസലേമിൽ ശുശ്രൂഷ ചെയ്തിരുന്ന ലേവ്യന്മാർക്ക് ഞാൻ നൽകി പോന്നു. മറ്റൊരു ദശാംശം വിറ്റ് കിട്ടുന്നത് എല്ലാ കൊല്ലവും ഞാൻ ജെറൂസലേമിൽ കൊണ്ടുപോയി ചെലവഴിക്കുമായിരുന്നു. മൂന്നാമതൊരു ദശാംശം എന്റെ പിതാമഹിയായ ദബോറ നിർദ്ദേശമനുസരിച്ച് എനിക്ക് കടപ്പാടുള്ളവർക്ക് ഞാൻ നൽകി പോന്നു. പിതാവ് മരിച്ച അനാഥനായിരുന്നു ഞാൻ. പ്രായപൂർത്തിയായപ്പോൾ ഞാൻ എന്റെ കുടുംബത്തിൽപ്പെട്ട അന്ന എന്ന ഒരുവളെ വിവാഹം ചെയ്തു. അവൾ എനിക്ക് തോബിയാസ് എന്ന മകൻ ജനിച്ചു. തടവുകാരനായി നിലവിലെത്തിയപ്പോൾ എന്റെ സഹോദരന്മാരും ചാർച്ചക്കാരും വിജാതികളുടെ ഭക്ഷണം കഴിച്ചു. എന്നാൽ ഞാൻ കഴിച്ചില്ല. കാരണം ദൈവത്തെ കുറിച്ചുള്ള ഓർമ്മ എന്റെ മനസ്സിൽ നിറഞ്ഞിരുന്നു. അത്യുന്നതിന്റെ കാരണത്താൽ ഞാൻ ഷൽമനേസറിന്റെ പ്രീതിക്ക് പാത്രമായി. അവൻ എന്നെ ഭക്ഷ്യവിഭവങ്ങൾ വാങ്ങുന്ന ചുമതല ഏൽപ്പിച്ചു. അങ്ങനെ ഞാൻ മേദിയായി പോകുക പതിവായി. ഒരിക്കൽ മേദിയായിലെ റഗേസിൽ വെച്ച് ഗബ്രിയാസിന്റെ സഹോദരൻ ഗബായലിനെ ഞാൻ 10 താലന്ത് വെള്ളി സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു. ഷൽമനേസർ മരിച്ചു. മകൻ സെന്നാകരീബ് ഭരണമേറ്റു. അവന്റെ ഭരണകാലത്തെ രാജ്യം സുരക്ഷിതമല്ലാതെ വന്നതുകൊണ്ട് ഞാൻ മേദിയായി പോകാതെയായി. ഷൽമനേസറിന്റെ കാലത്ത് ഞാൻ എന്റെ നാട്ടുകാർക്ക് വളരെയേറെ ഉപകാരം ചെയ്തിട്ടുണ്ട്. വിശക്കുന്നവർക്ക് ഞാൻ ഭക്ഷണം കൊടുത്തു, നിൽക്കുന്നവർക്ക് വസ്ത്രം നൽകി. എന്റെ ജനത്തിൽ ആരെയെങ്കിലും മൃതശരീരം നിലവയുടെ മതിലിന് വെളിയിൽ കിടക്കുന്നത് കണ്ടാൽ ഉടൻ തന്നെ ഞാൻ സംസ്കരിക്കുമായിരുന്നു.
യൂദയായിരുന്നു ഓടിച്ചോടുമെന്ന് ആരെയെങ്കിലും സെന്നാക്കെരിവും രാജാവ് വധിച്ചാൽ ഞാൻ അവരെ രഹസ്യമായി സംസ്കരിക്കും. വളരെ പേർ അവന്റെ കോപാഗ്നിയിൽ മരിച്ചു. രാജാവ് മൃതദേഹങ്ങൾ അന്വേഷിച്ചപ്പോൾ കണ്ടില്ല. ഞാനാണ് മൃതദേഹങ്ങൾ മറവ് ചെയ്തതെന്ന് നിനവേക്കാരിൽ രാജാവിനെ അറിയിച്ചു. അതോടെ എനിക്ക് ഒളിവിൽ പോകേണ്ടതായി വന്നു. എന്നെ കൊല്ലാൻ അന്വേഷിക്കുന്നത് കേട്ട് മേടിച്ച് ഞാൻ നാടുവിട്ടു. രാജാവ് എന്റെ വസ്തുവകൾ കണ്ടുകെട്ടി. എന്റെ ഭാര്യ അന്നയും അവൻ മകൻ തോബിയാസും മാത്രം അവശേഷിച്ചു. 50 ദിവസം തികഞ്ഞില്ല, സെന്നാക്കെരിവിനെ അവന്റെ 2 പുത്രന്മാർ വധിച്ചു. അവർ അറാറത്ത് മലകളിലേക്ക് ഒളിച്ചോടി. സെന്നാക്കെരിവിന്റെ മറ്റൊരു മകൻ എസ്ഹദോൺ ആണ് പിന്നെ ഭരണമേറ്റത്. അവൻ എന്റെ സഹോദരൻ അനയാലിന്റെ പുത്രൻ അഹിക്കാറിനെ രാജ്യത്തിന്റെ വരവ് ചെലവുകളുടെയും എല്ലാ വകുപ്പുകളുടെയും മേൽനോട്ടം ഏൽപ്പിച്ചു. അഹിക്കാർ എനിക്ക് വേണ്ടി ഇടപെട്ടു. ഞാൻ നിനവയിൽ തിരിച്ചെത്തി. രാജാവിന്റെ പാനപാത്രവാഹകനും രാജമുദ്രയുടെ സൂക്ഷിപ്പുകാരനും കണക്ക് സൂക്ഷിപ്പുകാരനുമായിരുന്നു അഹിക്കാർ. എസഹോദോർ രാജാവ് എനിക്ക് താഴെ അവനെ അവരോധിച്ചു. അവൻ എന്റെ സഹോദര പുത്രനാകുന്നു. തോബിത്ത് അന്ധനാകുന്നു. അധ്യായം 2. തോബിത്ത് അന്ധനാകുന്നു. വീട്ടിലെത്തി എനിക്ക് ഭാര്യ അന്നയും പുത്രൻ തോബിയാസിനെയും തിരിച്ചു കിട്ടി. 7 ആഴ്ചയുടെ ഉത്സവ ദിനമായ പെന്തക്കോസ്ത തിരുനാളായിരുന്നു അന്ന്. എന്റെ ബഹുമാനത്തിനായി തയ്യാറാക്കിയ വിഭവസമൃദ്ധമായ വിരുന്നിൽ ഞാൻ ഭക്ഷണത്തിലിരുന്നു. ഭക്ഷണ സാധനങ്ങളുടെ സമൃദ്ധി കണ്ട് ഞാൻ മകനോട് പറഞ്ഞു, പോയി നമ്മുടെ സഹോദരൻ നീ കാണുന്ന ദൈവവിചാരമുള്ള ദരിദ്രനെ കൊണ്ടുവരിക, ഞാൻ കാത്തിരിക്കാം. അവൻ പോയി വന്നിട്ട് പറഞ്ഞു, പിതാവേ, നമ്മുടെ ജനത്തിൽ ഒരാളെ ആരോ കഴുത്ത് തിരിച്ചു കൊന്നു എന്റെ ചന്തസ്ഥലത്ത് തള്ളിയിരിക്കുന്നു. ഭക്ഷണം തൊട്ടു നോക്കുപോലും ചെയ്യാതെ ഞാൻ അങ്ങോട്ടോടി. സൂര്യാസ്തമയം വരെ ശവശരീരം അവൻ സ്ഥലത്ത് ഭദ്രമായി സൂക്ഷിച്ചു. ഞാൻ തിരിച്ചു വന്ന് കുളിച്ച് അധിക ദുഃഖത്തോടെ ആഹാരം വെച്ചു. ആമോസ് പ്രവാചകന്റെ വാക്കുകൾ ഓർമ്മയിൽ വന്നു. നിങ്ങളുടെ ഉത്സവ ദിനങ്ങൾ ദുഃഖമായും നിങ്ങളുടെ ആനന്ദത്തിമർപ്പോൾ വിലാപമായും മാറും. ഞാൻ കരഞ്ഞു. സൂര്യാസ്തമയത്തിന് ശേഷം ഞാൻ ചെന്ന് കൂടി കുഴിച്ച് മൃതദേഹം സംസ്കരിച്ചു. അയൽക്കാർ എന്നെ പരിഹസിച്ചു പറഞ്ഞു, ഈ പ്രവൃത്തി വധശിക്ഷയ്ക്ക് കാരണമാകുമെന്ന് അവന് ഭയമില്ലല്ലോ. ഒരിക്കൽ നാട് വിട്ട് ഓടിയവനാണ്, എന്നിട്ടും ഇതാ പഴയപടി മരിച്ചവരെ സംസ്കരിക്കുന്നു. ശവസംസ്കാരം കഴിഞ്ഞ് രാത്രി തന്നെ ഞാൻ വീട്ടിലേക്ക് മടങ്ങി. അശുദ്ധനായിരുന്നതുകൊണ്ട് ഞാൻ അങ്കണത്തിന്റെ മതിലിനോട് ചേർന്ന് ഉറങ്ങി. മുഖം മൂടിയിരുന്നില്ല. എന്റെ പുറകിൽ മതിലിന്മേൽ കുരുവികൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ അറിഞ്ഞില്ല. അന്ന് രാത്രി കുരുവികളുടെ ചുടുകാഷ്ടം ഈ കണ്ണുകളിലും വീണ് വെളുത്ത പഠനങ്ങളുണ്ടായി. പല വൈദ്യന്മാരെയും സമീപിച്ചെങ്കിലും ആർക്കും സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഏലിമായിസിലേക്ക് സ്ഥലം മാറിപ്പോകുന്നത് വരെ അഹിക്കാർ എന്നെ സംരക്ഷിച്ചു. ഉപജീവനത്തിന് വേണ്ടി എന്റെ ഭാര്യ അന്ന സ്ത്രീകൾക്ക് വശമായ തൊഴിൽ ചെയ്തു. സാധനങ്ങൾ ഉണ്ടാക്കി ഉടമസ്ഥന്മാർക്ക് കൊടുക്കുകയായിരുന്നു അവളുടെ പതിവ്. ഒരിക്കൽ അവൾക്ക് കൂലിക്ക് പുറമെ ഒരു ആട്ടിൻകുട്ടിയെ അവർ കൊടുത്തു. അവൾ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ആട്ടിൻകുട്ടിയുടെ കരച്ചിൽ കേട്ട് ഞാൻ ചോദിച്ചു, അതിനെ എവിടെ നിന്ന് കിട്ടി? കട്ടെടുത്തതല്ലേ? ഉടമസ്ഥനെ തിരിച്ചേൽപ്പിക്കുക. കട്ടെടുത്തത് ഭക്ഷിക്കുന്നത് ശരിയല്ല. കൂലിക്ക് പുറമെ സമ്മാനമായി തന്നതാണെന്ന് അവൾ പറഞ്ഞു. പക്ഷെ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആട്ടിൻകുട്ടിയെ തിരിച്ചു കൊടുക്കണമെന്ന് ഞാൻ ശഠിച്ചു. അവളുടെ ഈ പ്രവൃത്തിയിൽ ഞാൻ ലജ്ജിച്ചു. അവൾ ചോദിച്ചു, നിന്റെ ദാനധർമ്മങ്ങളും സൽപ്രവൃത്തികളും എവിടെ? എല്ലാം അറിയാമെന്നാണല്ലോ ഭാവം. അധ്യായം 3. തോബിത്തിന്റെ പ്രാർത്ഥന. ഞാൻ ദുഃഖഭാരത്തോടെ കരഞ്ഞു. ഹൃദയവ്യതയോടെ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, അവിടുന്ന് നീതിമാനാണ്. അങ്ങയുടെ പ്രവൃത്തികളും അങ്ങയുടെ മാർഗങ്ങളും കാരുണ്യവും സത്യവും നിറഞ്ഞതാണ്. അങ്ങയുടെ വിധി എന്നും സത്യവും നീതിനിഷ്ഠവുമാണ്. എന്നെ ഓർക്കുകയും കരുണാപുരം കടാക്ഷിക്കുകയും ചെയ്യണമേ. എന്റെയും എന്റെ പിതാക്കന്മാർ 3. തോബീത്തിന്റെ പ്രാർത്ഥന. ഞാൻ ദുഃഖഭാരത്തോടെ കരഞ്ഞു. ഹൃദയവതിയോടെ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, അവിടുന്ന് നീതിമാനാണ്. അങ്ങയുടെ പ്രവൃത്തികളും അങ്ങയുടെ മാർഗങ്ങളും കാരുണ്യവും സത്യവും നിറഞ്ഞതാണ്. അങ്ങയുടെ വിധി എന്നും സത്യവും നീതിനിഷ്ഠവുമാണ്. എന്നെ ഓർക്കുകയും കാരുണ്യപൂർവ്വം കടാക്ഷിക്കുകയും ചെയ്യണമേ. എന്റെയും എന്റെ പിതാക്കന്മാരുടെയും പാപങ്ങൾക്കും ഞാൻ അറിയാതെ ചെയ്ത പാപരാധങ്ങൾക്കും അങ്ങ് ശിക്ഷ നൽകരുത്. അങ്ങയുടെ കൽപ്പനകൾ അവർ പാലിച്ചില്ല. അതിനാൽ അങ്ങ് ഞങ്ങളെ കവർച്ചയ്ക്കും അടിമത്തത്തിനും മരണത്തിനും ഏൽപ്പിച്ചു കൊടുത്തു. ഞങ്ങൾ ചിതറിക്കപ്പാർത്ത ഇടങ്ങളിലെ ജനങ്ങൾക്ക് ഞങ്ങൾ പരിഹാസത്തിന്റെ പാത്രമായി തീർന്നു. എന്റെയും എന്റെ പിതാക്കന്മാരുടെയും പാപങ്ങൾക്ക് അങ്ങ് നൽകിയ ശിക്ഷ ന്യായയുക്തമാണ്. കാരണം ഞങ്ങൾ അങ്ങയുടെ കൽപ്പനകൾ പാലിച്ചില്ല. ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ സത്യസന്ധരായി വർദ്ധിച്ചുമില്ല. അങ്ങ് ഇഷ്ടാനുസരണം എന്നോട് പ്രവർത്തിക്കുക. എന്റെ ജീവൻ തിരിച്ചെടുത്തുകൊള്ളുക. ഞാൻ മരിച്ചു മണ്ണായി തീർന്നുകൊള്ളട്ടെ. ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുകയാണ്. മിഥ്യാപവാദനങ്ങൾക്ക് ഞാൻ ഇടയായിരിക്കുന്നു. എന്റെ ഹൃദയവേദ ദുസ്സഹമാണ്. ഈ ദുഃഖത്തിൽ നിന്നും മുക്തി നേടി ശാശ്വത ഭവനത്തിലേക്ക് പോകാൻ അങ്ങ് കൽപ്പിച്ചാലും
അങ്ങനിൽ നിന്ന് മുഖം തിരിക്കരുതേ. സാറ അന്ന് തന്നെ മറ്റൊരു സംഭവം ഉണ്ടായി. മേദിയായിലെ എക്ബത്താനായി രഘുവേലിന്റെ മകൾ സാറായെ അവളുടെ പിതാവിന്റെ പരിചാരകർ അധിക്ഷേപിച്ചു. 7 പ്രാവശ്യം വിവാഹം ചെയ്തതാണ് അവൾ. എന്നാൽ അവളെ പ്രാപിക്കുന്നതിന് മുമ്പ് ഓരോ ഭർത്താവും അസ്മോദേവൂസ് എന്ന ദുഷ്ടപിശാചിനാൽ വധിക്കപ്പെട്ടിരുന്നു. അതിനാൽ പരിചാരികമാർ അവളോട് ചോദിച്ചു, നീ തന്നെയല്ലേ ഭർത്താക്കന്മാരെ കഴിച്ചു നേടിച്ചു വന്നത്? 7 പേരെ നിനക്ക് ലഭിച്ചു, എന്നാൽ ആരുടെയും നാമം ധരിക്കാൻ നിനക്കിടയായില്ലല്ലോ. ഞങ്ങളെ തല്ലുന്നത് എന്തിനാണ്? അവർ മരിച്ചെങ്കിൽ നീയും അവരോടൊപ്പം പോവുക. നിന്റെ മകനെയോ മകളെയോ കാണാൻ ഞങ്ങൾക്ക് ഇടവരാതിരിക്കട്ടെ. ഇതെല്ലാം കേട്ടുണ്ടായ ദുഃഖത്തിന്റെ ആധിക്യത്തിൽ തൂങ്ങി മരിച്ചു കളയാമെന്ന് പോലും അവർക്ക് തോന്നിപ്പോയി. എങ്കിലും അവർ പുനർവിചിന്തനം ചെയ്തു. ഞാൻ പിതാവിന്റെ ഏക മകളാണ്. ഞാൻ ഇങ്ങനെ ചെയ്താൽ അവനത് അപമാനകരമായിരിക്കും. വൃദ്ധനായ എന്റെ പിതാവ് വേദന കൊണ്ട് മരിക്കും. അവർ കിള്ളിവാതിലിന്റെ അടുത്തുനിന്ന് പ്രാർത്ഥിച്ചു. എന്റെ ദൈവമായ കർത്താവേ, അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. പരിശുദ്ധവും സംപൂജ്യവുമായ അങ്ങയുടെ നാമം എന്നേക്ക് സ്തുതിക്കപ്പെടട്ടെ. എല്ലാ സൃഷ്ടികളും അവിടുത്തെ എന്നെന്നും വാഴ്ത്തട്ടെ. എന്റെ ദൃഷ്ടികളും മുഖവും അങ്ങയുടെ നേരെ തിരിഞ്ഞിരിക്കുന്നു. എന്നെ ഈ ഭൂമിയിൽ നിന്ന് മോചിപ്പിക്കണമേ. ഞാൻ ഇനി അധിക്ഷേപങ്ങൾ കേൾക്കാൻ ഇടവരാതിരിക്കട്ടെ. കർത്താവേ, ഞാൻ പുരുഷന്മാരുമായി പാപം ചെയ്തിട്ടില്ലെന്ന് അവിടത്തേക്ക് അറിയാമല്ലോ. ഈ പ്രവാസത്തിൽ എന്റെയോ എന്റെ പിതാവിന്റെയോ പേരിന് ഞാൻ കളങ്കം വരുത്തിയിട്ടില്ല. പിതാവിന്റെ ജാതയാണ് ഞാൻ. അവകാശിനിയായി അവന് വേറൊരു മക്കളില്ല. എനിക്ക് ഭർത്താവാകാൻ അവന് ഒറ്റവനോ ഒരവനോ ഇല്ല. എന്റെ 7 ഭർത്താക്കന്മാർ മരിച്ചു. ഇനി ഞാൻ എന്തിന് ജീവിക്കണം? ഞാൻ ജീവിക്കണമെന്നാണ് അവിടുത്തെ ഹിതമെങ്കിൽ എന്നെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. ഇനി അധിക്ഷേപങ്ങൾ കേൾക്കാൻ ഇടവരാത്ത വിധം എനിക്ക് മാന്യത നൽകണമേ. ഇരുവരുടെയും പ്രാർത്ഥന ദൈവത്തിന്റെ മാന്യ സന്നിധിയിലെത്തി. ഇരുവർക്കും ഉപശാന്തി നൽകാൻ തോബിത്തിന്റെ കണ്ണുകളിലെ വെള്ളപ്പടലം നീക്കം ചെയ്യാനും രഘുവേലിന്റെ പുത്രി സാറായെ തോബിത്തിന്റെ പുത്രൻ തോബിയാസിന് വധുവായി നൽകാനും ദേവൂസ് എന്ന ദുഷ്ടഭൂതത്തെ ബന്ധിക്കാനും റഫായേൽ നിയുക്തനായി. സാറായെ സ്വന്തമാക്കാൻ തോബിയാസിനായിരുന്നു അവകാശം. തോബീത്ത് മടങ്ങി വന്ന വീട്ടിലേക്ക് കയറിയതും രഘുവേലിന്റെ പുത്രി സാറ മുകളിലത്തെ മുറിയിൽ ഇറങ്ങി വന്നതും ഒരേ നിമിഷത്തിലായിരുന്നു. അധ്യായം 4. തോബിയാസിന്റെ നിർദ്ദേശങ്ങൾ. അന്ന് തോബീത്ത് മേദിയായിലെ റാഗസിൽ വെച്ച് ഗബായലിന്റെ പക്കൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്ന പണത്തിന്റെ കാര്യം ഓർത്തു. അവൻ ആത്മഗതം ചെയ്തു. ഞാൻ മരിക്കുന്നതിന് മുമ്പ് എന്റെ മകൻ തോബിയാസിനെ വിളിച്ച് ആ പണത്തിന്റെ കാര്യം പറയാം. അവൻ മകനെ വിളിച്ചു പറഞ്ഞു, മകനെ, ഞാൻ മരിക്കുമ്പോൾ എന്നെ സംസ്കരിക്കുക. നിന്റെ അമ്മയുടെ കാര്യം ഒരിക്കലും മറക്കല്ലേ. ജീവിതകാലം അവളെ നോക്കണം, അമ്മയുടെ ഹിതം നോക്കണം. ഒരിക്കലും അവളെ വേദനിപ്പിക്കരുത്. മകനിൽ നിന്ന് വേർതിരിച്ചിരുന്ന കാലത്ത് അവൾ നിനക്ക് വേണ്ടി വളരെയേറെ അപകടങ്ങൾ നേരിട്ടുണ്ടെന്ന് ഓർക്കണം. മരിക്കുമ്പോൾ അവളെ എനിക്ക് വേണ്ടി എന്റെ സമീപം ശവകുടീരത്തിൽ സംസ്കരിക്കണം. മകനെ, ജീവിതകാലം മുഴുവനും നമ്മുടെ ദൈവമായ കർത്താവിനെ ഓർക്കുക. ഒരിക്കലും പാപം ചെയ്യുകയോ അവിടുത്തെ കൽപ്പനകൾ ലംഘിക്കുകയോ അരുത്. ജീവിതകാലം മുഴുവൻ നിന്റെ പ്രവൃത്തികൾ നീതിനിഷ്ഠമായിരിക്കട്ടെ. അനീതി പ്രവർത്തിക്കരുത്. നിന്റെ പ്രവൃത്തികൾ സത്യനിഷ്ഠമായിരിക്കുന്നാൽ എല്ലാ ചെയ്തികളിലും നിനക്ക് ഐശ്വര്യം വരും. നീതിനിഷ്ഠയോടെ ജീവിക്കുന്നവർക്ക് നിന്റെ സമ്പാദത്തെ ദാനം ചെയ്യുക. ദാനധർമ്മം ചെയ്യുന്നത് മടി കാണിക്കരുത്. പാവപ്പെട്ടവരിൽ നിന്ന് മുഖം തിരിച്ചു കളയരുത്. അപ്പോൾ ദൈവം നിന്നിൽ നിന്ന് മുഖം തിരിക്കുകയില്ല. സമ്പത്തേറുമ്പോൾ അതനുസരിച്ച് ദാനം ചെയ്യുക. കുറച്ചേ ഉള്ളുവെങ്കിൽ അതനുസരിച്ച് ദാനം ചെയ്യാൻ മടിക്കരുത്. ദരിദ്രകാലത്തേക്ക് ഒരു നല്ല സമ്പാദ്യം നേടി വെക്കുകയായിരിക്കും നീ അതുവഴി ചെയ്യുന്നത്. എന്നാൽ ദാനധർമ്മം മൃത്യുവിൽ നിന്ന് രക്ഷിക്കുകയും അന്ധകാരത്തിൽ പെടുന്നതിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യുന്നു. ദാനധർമ്മം അത്യുന്നതന്റെ സന്നിധിയിൽ വിശിഷ്ടമായ കാഴ്ചയാണ്. എല്ലാത്തരം അധാർമികതയിൽ നിന്ന് അത് നിന്നെ കാത്തുകൊള്ളും. നിന്റെ പൂർവികരുടെ ഗോത്രത്തിൽ നിന്ന് മാത്രം ഭാര്യയെ സ്വീകരിക്കുക. അന്യജനതകളിൽ നിന്ന് വിവാഹം ചെയ്യരുത്. നാം പ്രവാചകന്മാരുടെ സന്തതികളാണ്. മകനെ, നമ്മുടെ പിതാക്കന്മാരായ നോഹ, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് ഇവരെല്ലാം തങ്ങളുടെ ചാർച്ചക്കാരിൽ നിന്നാണല്ലോ ഭാര്യമാരെ തിരഞ്ഞെടുത്തത് എന്ന കാര്യം നീ അനുസ്മരിക്കണം. സന്താനങ്ങൾ വഴി അവർ അനുഗ്രഹീതരായി അവരുടെ പിന്തുടർന്ന ദേശം അവകാശമാക്കും. അതിനാൽ മകനെ, നിന്റെ സഹോദരന്മാരെ സ്നേഹിക്കുക. നിന്റെ ചാർച്ചക്കാരിൽ നിന്ന്, നിന്റെ ജനത്തിന്റെ മക്കളിൽ നിന്ന് ഭാര്യയെ സ്വീകരിക്കാതെ അവരെ നിന്ദിക്കരുത്. അഹങ്കാരവും വിനാശവും അരാജകത്വവും വരുത്തുന്നു. അലസത നാശത്തിനും പട്ടിണിക്കും നിദാനമാകുന്നു. കാരണം അലസതയാണ് ദാരിദ്ര്യത്തിന്റെ മാതാവ്. വേല ചെയ്യുന്നവന്റെ കൂലി പിറ്റേ ദിവസത്തേക്ക് നീട്ടിവെക്കരുത്. അതത് ദിവസം തന്നെ കൊടുത്തു തീർക്കുക. ദൈവ ശുശ്രൂഷ ചെയ്താൽ പ്രതിഫലം ലഭിക്കും.
മകനെ എല്ലാ പ്രവൃത്തികളിലും ശ്രദ്ധാപൂർവം ചെയ്യുക. നിന്റെ പെരുമാറ്റം ശുദ്ധിയുള്ളതായിരിക്കണം. നിനക്ക് അഹിതമായത് അവരിനോട് ചെയ്യരുത്. അമിതമായി മദ്യപിക്കരുത്. ഉന്മത്തത ശീലമാക്കരുത്. വിശക്കുന്നവനുമായി നിന്റെ അപ്പം പങ്കിടുക. നഗ്നനുമായി നിന്റെ വസ്ത്രവും. മിച്ചമുള്ളത് ദാനം ചെയ്യുക. ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത്. നീതിമാന്മാരുടെ സൗകര്യത്തിൽ അപ്പം വിതരണം ചെയ്യുക. പാപികൾക്ക് കൊടുക്കരുത്. വിവേകമുള്ള ഏതൊരുവനും ഉപദേശം കേൾക്കുക. സതുപദേശം നിരസിക്കരുത്. ദൈവമായ കർത്താവിനെ എപ്പോഴും വാഴ്ത്തുക. നിന്റെ പാതകൾ നേരെയാകാനും നിന്റെ കാര്യങ്ങൾ ശുദ്ധമായി ഭാവിക്കാനും അവിടുത്തോട് പ്രാർത്ഥിക്കുക. ജനതകൾക്ക് ജ്ഞാനം നൽകപ്പെട്ടില്ല. കർത്താവാണ് എല്ലാ നന്മയും നൽകുന്നത്. അവിടുന്ന് എളിമപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നവനെ അങ്ങനെ ചെയ്യുന്നു. അതിനാൽ മകനെ എന്റെ കൽപ്പനകൾ അനുസരിക്കുക. അവ നിന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകരുത്. മേരിയായിലെ റാഗേസിൽ ഗബ്രിയാസിന്റെ പുത്രൻ ഗബായേലിന്റെ പക്കൽ ഞാൻ 10 താലന്ത് വെള്ളി ഏൽപ്പിച്ച കാര്യം പറയട്ടെ. മകനെ, നമ്മൾ ദരിദ്രരായിരുന്നതിൽ നിനക്ക് ആദി വേണ്ട. നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ ഒഴിയിരിക്കുകയും അവിടുത്തെ പ്രീതികരമായി അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും. 5-ാം അധ്യായം. തോബിയാസിന്റെ സഹയാത്രികൻ തോബിയാസ് പ്രതിവചിച്ചു, പിതാവെ, നീ കൽപ്പിച്ചതെല്ലാം ഞാൻ ചെയ്യാം. പക്ഷെ ഞാൻ അവനെ അറിയാത്ത സ്ഥിതിക്ക് എങ്ങനെയാ പണം കിട്ടും? തോബീത്ത് മകന്റെ കയ്യിൽ രേഖ കൊടുത്തിട്ട് പറഞ്ഞു, നിന്നോട് കൂടെ വരുവാൻ ഒരുവനെ കണ്ടുപിടിക്കുക. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ അവന് കൂലി കൊടുത്തുകൊള്ളാം. പോയി ആ പണം വാങ്ങി വരിക. തോബിയാസ് ഒരാളെ അന്വേഷിച്ചു റഫായേലിനെ കണ്ടുമുട്ടി. അവൻ ഒരു ദൈവദൂതനായിരുന്നു. എന്നാൽ തോബിയാസ് അത് മനസ്സിലാക്കിയില്ല. അവൻ ചോദിച്ചു, മേരിയായിലെ റാഗീസിലേക്ക് എന്നോട് കൂടെ പോരാമോ? ആ പ്രദേശം നിനക്ക് പരിചയമുണ്ടോ? ദൂതൻ മറുപടി നൽകി, ഞാൻ നിന്റെ കൂടെ വരാം. എനിക്ക് വഴി നല്ല പരിചയമുണ്ട്. മാത്രമല്ല നമ്മുടെ സഹോദരൻ ഗബ്രിയേലിനോടൊന്നിച്ച് ഞാൻ താമസിച്ചിട്ടുണ്ട്. തോബിയാസ് പറഞ്ഞു, അവിടെ നിൽക്കുക, ഇവിടെ നിൽക്കൂ, ഞാൻ എന്റെ പിതാവിനോട് പറഞ്ഞിട്ട് വരാൻ. ദൂതൻ പറഞ്ഞു, പോവുക, താമസിക്കരുത്. തോബിയാസ് വീട്ടിലെത്തി പിതാവിനോട് പറഞ്ഞു, എന്നോട് കൂടെ വരാൻ ഞാൻ ഒരാളെ കൊണ്ടുപിടിച്ചു. തോബീസ് പറഞ്ഞു, അവനെ എന്റെ അടുത്ത് കൊണ്ടുവരിക. അവൻ ഏത് ഗോത്രത്തിൽപ്പെട്ടവനാണെന്നോ നിന്നോട് കൂടെ പോരാൻ വിശ്വാസയോഗ്യനാണോ എന്നും ഞാൻ നോക്കട്ടെ. തോബിയാസ് റഫായേലിനെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അവൻ അകത്ത് പ്രവേശിക്കുകയും അവർ പരസ്പരം അഭിവാദികളാക്കുകയും ചെയ്തു. തോബീസ് ചോദിച്ചു, സഹോദരാ, നീ ഏത് ഗോത്രത്തിലും കുടുംബത്തിലും പെട്ടവനാണെന്ന് പറയുക. അവൻ പറഞ്ഞു, നീ ഗോത്രവും കുടുംബവുമാണോ, അതോ നിന്റെ പുത്രന്റെ കൂടെ പോകാൻ കൂലിക്ക് പോകാൻ ഒരാളെയാണോ അന്വേഷിക്കുന്നത്? തോബീത്ത് പറഞ്ഞു, സഹോദരാ, നിന്റെ ആളുകൾ ആരെന്നും നിന്റെ പേരെന്തെന്നും അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവൻ പറഞ്ഞു, നിന്റെ ചാർച്ചക്കാരിൽപ്പെട്ട മഹാനായ അനനിയാസിന്റെ പുത്രൻ അസറിയാസ് ആണ് ഞാൻ. തോബീത്ത് പറഞ്ഞു, നിനക്ക് സ്വാഗതം. നിന്റെ ഗോത്രവും കുടുംബവും ആരാഞ്ഞതിൽ എന്നോട് കോപിക്കരുതേ. നീ എന്റെ ചാർച്ചക്കാരനാണ്. ശ്രേഷ്ഠമായ പാരമ്പര്യവും നിനക്കുണ്ട്. ആരാധിക്കാനും അജഗണത്തിലെ കടിഞ്ഞൂലുകൾ വിളവുകൊണ്ട ദശാംശവും നീ അർപ്പിക്കാനും ജെറുസലേമിൽ ഒരുമിച്ച് പോയിക്കൊണ്ടിരുന്നപ്പോൾ മഹാനായ ഷെമയയുടെ പുത്രനായ അനനിയാസും യാഥാനുമായി ഞാൻ ഉറ്റബന്ധം പുലർത്തിയിരുന്നു. നമ്മുടെ ചാർച്ചക്കാരുടെ തെറ്റുകളിൽ അവർ ചരിച്ചില്ല. സഹോദരാ, നിനക്ക് ശ്രേഷ്ഠമായ പാരമ്പര്യമുണ്ട്. എന്തു വേദനമാണ് ഞാൻ പറയേണ്ടതെന്ന് പറയുക. ദിനംപ്രതി ഒരു ദ്രാഗ്മായും എന്റെ മകന് വേണ്ടത്ര ചെലവും പോരെ. കൂടാതെ സസുഖം തിരിച്ചെത്തിയാൽ കൂടുതൽ തരികയും ചെയ്യാം. ഈ വ്യവസ്ഥകൾ അവൻ സമ്മതിച്ചു. തുടർന്ന് തോബിയാസിനോട് പറഞ്ഞു, ഒരുങ്ങിക്കൊള്ളുക, നിങ്ങൾ ഇരുവർക്കും യാത്രാമംഗളങ്ങൾ. പുത്രനുടനെ യാത്രയ്ക്ക് ആവശ്യമായ ഒരുക്കങ്ങൾ ചെയ്തു. പിതാവ് അവനോട് പറഞ്ഞു, അവനോട് കൂടെ പോയിക്കൊള്ളുക. ഉന്നതത്തിൽ വസിക്കുന്ന ദൈവം നിന്റെ മാർഗം ശുഭമാക്കും. അവിടുത്തെ ദൂതൻ നിന്നെ കാത്തുകൊള്ളും. അവർ ഉടനെ യാത്ര പുറപ്പെട്ടു. യോവാബിന്റെ നായും അവരോടുകൂടി ഉണ്ടായിരുന്നു. എന്നാൽ അവന്റെ അമ്മ അന്ന കരഞ്ഞുകൊണ്ട് തോബീത്തിനോട് പറഞ്ഞു, നമ്മുടെ കുഞ്ഞിനെ എന്തിനാണ് ഇങ്ങനെ ദൂരേക്ക് അയച്ചത്? നമുക്ക് അവൻ താങ്ങായിരുന്നില്ലേ? പണമല്ല പ്രധാനം, അത് നമ്മുടെ മകനേക്കാൾ വിലപ്പെട്ടതുമല്ല. കർത്താവ് നമ്മുടെ ജീവസൗകര്യങ്ങൾ കൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് തോബീത്ത് അവളോട് പറഞ്ഞു, സഹോദരി, നീ വിഷമിക്കരുത്. അവൻ സുരക്ഷനായ മകളുടെ നീ എത്തുന്നത് നീ കാണും. കാരണം ഒരു നല്ല ദൂതൻ അവനോട് പോകും. അവന്റെ യാത്ര മംഗളമരമായിരിക്കും. സുഖമായി അവൻ മടങ്ങുകയും ചെയ്യും. അവൾ കരച്ചിൽ നടത്തി. മത്സ്യം. 6-ാം അധ്യായം. അവർ യാത്ര ചെയ്ത് വൈകുന്നേരം ടൈഗ്രീസ് നദിയുടെ തീരത്തെത്തി അവിടെ താമസിച്ചു. തോബിയാസ് കുളിക്കാൻ നദിയിലിറങ്ങി. അപ്പോൾ ഒരു മത്സ്യം മുകളിലേക്ക് ചാടി. അത് അവനെ വിഴുങ്ങി കളയുമായിരുന്നു. മത്സ്യത്തെ പിടിക്കൂ എന്ന് ദൂതൻ വിളിച്ചു പറഞ്ഞു. അവൻ മത്സ്യത്തെ പിടിച്ച് കരയിലേക്ക് ഇട്ടു. ദൂതൻ പറഞ്ഞു, അതിനെ പിടിച്ചിട്ടുണ്ടെന്ന് അതിന്റെ ചങ്കും കരലും കൈപ്പിയും എടുത്ത് സൂക്ഷിക്കുക. അവൻ അങ്ങനെ ചെയ്തു. അനന്തരം അവർ ആ മത്സ്യം പൊരിച്ചു തിന്നു. അവർ യാത്ര തുടർന്ന് എത്താനായി സമയത്തെത്തി. തോബിയാസ് ദൂതനോട് ചോദിച്ചു, സഹോദര അസറിയാസ്, മത്സ്യത്തിന്റെ ചങ്കും കരലും കൈപ്പിയും എന്തിനാണ്? അവൻ പറഞ്ഞു, ഒരു പിശാചോ പിതാത്താവോ
ഏതെങ്കിലും സ്ത്രീയോ പുരുഷനോ ഉപദ്രവിച്ചാൽ ഈ ചങ്ങും കരലും പുകച്ചാൽ മതി. അവയുടെ ശല്യം പിന്നെ ഉണ്ടാവുകയില്ല. തിമിരം ബാധിച്ച കണ്ണുകളിൽ കയ്പ് പുതുക്കിയാൽ അതും മാറും. വിവാഹാലോചന അവർ എക്ബത്താനായി എത്താറായി. അപ്പോൾ ദൂതൻ തോബിയാസിനോട് പറഞ്ഞു, നമുക്കിത് രഘുവേലിനോടുകൂടി താമസിക്കാം. അവൻ നിന്റെ ബന്ധുവാണ്. അവനൊരു മകളേ ഉള്ളൂ, സാറ. നീ അവളെ വിവാഹം ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം. അവളുടെ സ്വത്ത് നിനക്ക് അവകാശപ്പെട്ടതാണ്. അവൾക്ക് അർഹനായ ബന്ധു നീ മാത്രമാണ്. അവളാണെങ്കിൽ സുന്ദരിയും വിവേകവതിയുമാണ്. ഞാൻ പറയുന്നത് കേൾക്കുക. ഞാൻ അവളുടെ പിതാവിനോട് സംസാരിക്കാം. പ്രാഗേസിൽ നിന്ന് തിരിച്ചെത്തിയാൽ ഉടൻ വിവാഹം ആഘോഷിക്കുകയും ചെയ്യാം. മോശയുടെ നിയമം അനുസരിച്ച് രഘുമേൽ നിനക്ക് മാത്രമേ അവളെ വിവാഹം ചെയ്തു തരാവുള്ളൂ, അല്ലെങ്കിൽ മരണശിക്ഷയ്ക്ക് അർഹനാകും. കാരണം മറ്റാരെയേക്കാൾ നിനക്കാണ് അവളുടെ വിലാവകാശം. അപ്പോൾ തോബിയാസ് ദൂതനോട് പറഞ്ഞു, സഹോദരൻ അസറിയാസ്, ആ പെൺകുട്ടി 7 പേരെ വിവാഹം ചെയ്തതാണെന്നും അവർ ഓരോരുത്തരും മണിവറയിൽ വെച്ച് മരിച്ചുവെന്നും ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനാണെങ്കിൽ എന്റെ പിതാവിന്റെ ഏകമകനാണ്. മണിവറയിൽ പ്രവേശിച്ചാൽ ഞാനും എന്റെ മുൻഭാഗ്യങ്ങളെ പോലെ മരിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരു പിശാച് അവളിൽ അനുഗ്രഹത്തിനാണ്. അവളെ സമീപിക്കുന്നവരെ മാത്രമേ അത് ഉപദ്രവിക്കാറുള്ളൂ. ഞാൻ മരിക്കുമെന്നും എന്റെ മരണം മാതാപിതാക്കളെ ദുഃഖത്തിലാക്കുമെന്നും ഞാൻ ഭയപ്പെടുന്നു. അവരെ സംസ്കരിക്കാൻ ഞാനല്ലാതെ മറ്റു സന്താനങ്ങളില്ല. ദൂതൻ പറഞ്ഞു, നിന്റെ ജനത്തിന്റെ ഇടയിൽ നിന്ന് എന്നെ ഭാര്യയെ സ്വീകരിക്കണമെന്ന് നിന്റെ പിതാവ് ആജ്ഞാപിച്ചിട്ടുള്ളത് നീ ഓർക്കുന്നില്ലേ? സഹോദരൻ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഇന്ന് രാത്രി തന്നെ അവളെ നിനക്ക് വിവാഹം ചെയ്തു തരും. പിശാചിനെ പറ്റി നീ പേടിക്കണ്ട. നീ മണർവരയിൽ പ്രവേശിക്കുമ്പോൾ പാത്രത്തിലെ കനലിൽ മത്സ്യത്തിന്റെ ചങ്കും കരളും വിട്ടുപയോഗിക്കുക. അതിന്റെ മണമേറ്റാൽ ഉടൻ പിശാച് ഓടിയാൽ കൊല്ലും. പിന്നീട് ഒരിക്കലും വരികയില്ല. നീ അവളെ സമീപിക്കുമ്പോൾ നിങ്ങൾ ഇരുവരും എഴുന്നേറ്റ് നിന്ന് കാരുണ്യവാനായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. അവിടുന്ന് നിങ്ങളെ രക്ഷിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യും. നീ പേടിക്കേണ്ട. അനാദി മുതലേ അവൻ നിനക്കായി നിശ്ചയിക്കപ്പെട്ടവളാണ്. നീ അവളെ രക്ഷിക്കും. അവൾ നിന്നോട് കൂടെ വരികയും ചെയ്യും. നിനക്ക് അവളെ സന്തതികൾ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. തോബിയാസ് ഇത് കേട്ട് അവളുടെ അനുരക്തനായ തീവ്രാഭിലാഷം പൂണ്ടു. അധ്യായം 7. തോബിയാസിന്റെ വിവാഹം. അവർ എക്ബത്താനെ രഘുവേലിന്റെ ഭവനത്തിലെത്തി. സാറ അവരെ കണ്ട് അഭിവാദനം ചെയ്തു. അവർ പ്രത്യാഭിവാദനം ചെയ്തു. അവർ അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. രഘുവേൽ ഭാര്യ എദ്നായോട് പറഞ്ഞു, ഈ യുവാവിന് എന്റെ പിതൃവ്യ പുത്രൻ തോബീത്തിന്റെ നല്ല ചായ. രഘുവേൽ ചോദിച്ചു, സഹോദരന്മാരെ നിങ്ങളുടെ അവർ പറഞ്ഞു, നിനിവേയിൽ പ്രവാസികളായ നഫ്താലി വംശജരാണ് ഞങ്ങൾ. ഉടനെ അവർ ആരാഞ്ഞു, ഞങ്ങളുടെ സഹോദരൻ തോബീത്തിനെ നിങ്ങൾ അറിയുമെന്ന് അവൻ പറഞ്ഞു. അവൻ ചോദിച്ചു, അവന് സുഖമല്ലേ? അവർ പറഞ്ഞു, അവൻ സുഖമായിരിക്കുന്നു. തോബിയാസ് തുടർന്നു, അവൻ എന്റെ പിതാവാണ്. രഘുവേൽ ചാടി എഴുന്നേറ്റ് അവനെ ആലിംഗനം ചെയ്തു സന്തോഷാശ്രുക്കൾ പൊഴിച്ചു. ഉത്തമനും കുലീനനുമായ തോബീത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞ രഘുവേൽ തോബിയാസിനെ അനുഗ്രഹിച്ചു. തോബീത്തിന് കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് കേട്ട് അവൻ ഹൃദയം നൊന്ത് കരഞ്ഞു. ഭാര്യ എദ്നായും പുത്രി സാറായും ഒപ്പം കരഞ്ഞു. അവർ അതീവ സ്നേഹത്തോടെ അവരെ സ്വീകരിച്ചു. ആട്ടിൻപറ്റത്തിൽ ഒരു മുട്ടാടിനെ കൊന്ന് വിഭവസമൃദ്ധമായ ഭക്ഷണം ഉണ്ടാക്കി അവരെ സംസ്കരിച്ചു. അനന്തരം തോബിയാസ് റഫായേലിനോട് പറഞ്ഞു, സഹോദരൻ അസറിയാസ്, യാത്രയിൽ നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ പറഞ്ഞു തീരുമാനിക്കുക. ദൂതൻ അക്കാര്യം രഘുവേലിനെ അറിയിച്ചു. രഘുവേൽ തോബിയാസിനോട് പറഞ്ഞു, തിന്നും കുടിച്ചും ഉല്ലസിക്കുക. എന്റെ മകളെ പരിഗ്രഹിക്കുന്നത് നിന്റെ അവകാശമാണ്. എന്നാൽ ഒരു കാര്യം എനിക്ക് നിന്നോട് തുറന്നു പറയാനുണ്ട്. എന്റെ പുത്രിയെ ഞാൻ 7 ഭർത്താക്കന്മാർക്ക് നൽകിയതാണ്. എന്നാൽ ഓരോരുത്തരും അവളെ സമീപിച്ച് രാത്രിയിൽ തന്നെ മദ്യടഞ്ഞു. എന്നാൽ നീ ആഹ്ലാദിക്കുക. തോബിയാസ് പറഞ്ഞു, നീ കാര്യത്തിൽ ഉറപ്പു തരാതെ ഞാൻ ഒന്നും ഭക്ഷിക്കുകയില്ല. രഘുവേൽ പറഞ്ഞു, ഇപ്പോൾ തന്നെ നിയമപ്രകാരം അവളെ സ്വീകരിച്ചുകൊള്ളുക. നീ അവളുടെ ബന്ധുവാണ്. അവൾ നിനക്ക് സ്വന്തവും. കാരുണ്യവാനായ ദൈവം നിങ്ങൾ ഇരുവർക്കും ശുഭം വരുത്തട്ടെ. അവൻ പുത്രി സാറായ കൈക്ക് പിടിച്ച് തോബിയാസിന് ഭാര്യയായി നൽകിക്കൊണ്ട് പറഞ്ഞു, ഇതാ ഇവളെ മോശയുടെ നിയമം അനുസരിച്ച് സ്വീകരിച്ചുകൊള്ളുക. നിന്റെ പിതാവിന്റെ അടുത്തേക്ക് അവളെ കൊണ്ടുപോവുക. അവരെ അനുഗ്രഹിച്ചു. അവൻ ഭാര്യ എതിനായി വിളിച്ചു ഒരു ചുരുളെടുത്ത് അതിൽ വിവാഹ വാഗ്ദാനം എഴുതി. അവർ അതിൽ തങ്ങളുടെ മുദ്രയും വെച്ചു. അതിനന്തരം അവർ ഭക്ഷണം കഴിച്ചു. രഘുവേൽ തന്റെ ഭാര്യ എതിനായി വിളിച്ചു പറഞ്ഞു, അടുത്ത മുറി ഒരുക്കി അവളെ അങ്ങോട്ട് നയിക്കുക. അവൾ അങ്ങനെ ചെയ്തു. സാറായെ അങ്ങോട്ട് നയിച്ചു. സാര കരയാൻ തുടങ്ങി. അപ്പോൾ അമ്മ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, കുഞ്ഞെ, ധൈര്യമായിരിക്കുക. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവ് നിന്റെ ധൈര്യം അകറ്റി സന്തോഷമേകും. ധൈര്യം അവലംബിക്കൂ. അധ്യായം 8. വിവാഹരാത്രി. ഭക്ഷണത്തിന് ശേഷം തോബിയാസിനെ അവർ സാറായുടെ അടുത്തേക്ക് നയിച്ചു. അവൻ റഫായേലിന്റെ വാക്കുകൾ അനുസ്മരിച്ച് ധൂപകലശത്തിലെ തീക്കനലിൽ മത്സ്യത്തിന്റെ ചങ്കും കരളും ഇട്ട് പുകച്ചു. മണമേറ്റപ്പോൾ പിശാചിന്റെ അങ്ങേയറ്റത്തേക്ക് പലായനം ചെയ്തു. ദൂതൻ അവനെ ബന്ധിച്ചു. മണവറയിൽ അവർ തനിച്ചായപ്പോൾ തോബിയാസ് എഴുന്നേറ്റ് സാറായോട് പറഞ്ഞു, എനിക്ക് എഴുന്നേറ്റ്
നമുക്ക് എഴുന്നേറ്റ് കർത്താവിന്റെ കാരുണ്യത്തിനായി പ്രാർത്ഥിക്കാം. തോബിയോസ് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, അവിടുന്ന് വാഴ്ത്തപ്പെട്ടെ. അവിടുത്തെ മഹനീയവും ഉചിതവുമായ നാമം എന്നും വാഴ്ത്തപ്പെടട്ടെ. ആകാശവും സകല സൃഷ്ടികളും അങ്ങയെ വാഴ്ത്തട്ടെ. അവിടുന്ന് ആദ്യത്തെ സൃഷ്ടിച്ചു, അവന് തുണയും താങ്ങുമായി ഹൗവായെ നൽകി. അവരിൽ നിന്ന് മാനവ വംശം ഉത്ഭവിച്ചു. അവിടുന്ന് പറഞ്ഞു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല, അവന് വേണ്ടി അവനെ പോലെ ഒരു തുണിയെ നമുക്ക് സൃഷ്ടിക്കാം. കർത്താവെ, ഞാൻ ഇവളെ സ്വീകരിക്കുന്നത് ജഡികമായ അഭിലാഷത്താലല്ല, നിഷ്കളങ്കമായ പ്രേമത്താലാണ്. അങ്ങയുടെ കാരുണ്യം എനിക്കുണ്ടാകണമേ. ഇവളോടൊത്ത് വാർദ്ധക്യത്തിലെത്തുന്നതിനെ അവിടുന്ന് അനുഗ്രഹിച്ചാലും. അവൾ ആമേൻ എന്ന് ഏറ്റു പറഞ്ഞു. അവർ ഇരുവരും ഉറങ്ങാൻ കിടന്നു. എന്നാൽ അവൻ മരിക്കുമെന്ന് വിചാരിച്ച് റെഗുവേൽ എഴുന്നേറ്റ് പോയി ഒരു ശവക്കുഴി ഉണ്ടാക്കി. അതിനുശേഷം വീട്ടിൽ വന്ന് ഭാര്യ എത്നായോട് പറഞ്ഞു, ദാസികളിൽ ഒരാളെ അയച്ച് അവൻ ജീവിച്ചിരിക്കുന്നുവോ എന്ന് അന്വേഷിക്കാം. മരിച്ചെങ്കിൽ ആരും അറിയാതെ നമുക്ക് അവനെ സംസ്കരിക്കാം. ദാസി ചെന്ന് നോക്കിയപ്പോൾ രണ്ടുപേരും സുഖമായി ഉറങ്ങുന്നത് കണ്ടു. അവൾ തിരികെ വന്ന് അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അറിയിച്ചു. അപ്പോൾ റെഗുവേൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, ദൈവമേ, നിർമ്മലവും പരിശുദ്ധവുമായ സ്തുതികളാൽ അവിടുന്ന് വാഴ്ത്തപ്പെടട്ടെ. അവിടുത്തെ വിശുദ്ധവും സകല സൃഷ്ടികളും അവിടുത്തെ വാഴ്ത്തട്ടെ. അവിടുത്തെ ദൂതന്മാർക്കും അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ജനവും അങ്ങേ എന്നേക്കും വാഴ്ത്തട്ടെ. അവിടുന്ന് വാഴ്ത്തപ്പെട്ടവൻ, എന്തെന്നാൽ അവിടുന്ന് എനിക്ക് സന്തോഷമേകി. ഞാൻ ശങ്കിച്ചതുപോലെ എനിക്ക് സംഭവിച്ചില്ല. അവിടുത്തെ അനന്തകാരുണ്യത്തിന് അനുസൃതമായി അവിടുന്ന് ഞങ്ങളോട് വർത്തിച്ചു. അവിടുന്ന് വാഴ്ത്തപ്പെട്ടവൻ. ഏകസന്താനങ്ങളായ രണ്ടുപേരിലും അവിടുന്ന് കരുണ വർഷിച്ചിരിക്കുന്നു. കർത്താവെ, അവരിൽ കനിയണമേ. കർത്താവെ, ആരോഗ്യവും സന്തോഷവും കൃപയും നൽകി അവരുടെ ജീവിതത്തെ ധന്യമാക്കണമേ. അനന്തരം അവൻ ശവക്കുഴി മൂടിക്കളയാൻ ഭൃത്യന്മാരോട് ആജ്ഞാപിച്ചു. 14 ദിവസം നീണ്ട വിവാഹ വിരുന്ന് അവൻ നടത്തി. വിരുന്ന് ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് വിവാഹ വിരുന്നിന്റെ 14 ദിവസം പൂർത്തിയാകാതെ അവിടെ വിട്ടുപോകരുതെന്ന് റെഗുവേൽ തോബിയോസിനോട് നിർബന്ധമായി പറഞ്ഞു. അത് കഴിഞ്ഞ് തന്റെ സ്വത്തിന്റെ പകുതിയും കൊണ്ട് പിതാവിന്റെ അടുത്തേക്ക് മടങ്ങാമെന്നും തന്റെയും ഭാര്യയുടെയും മരണത്തിന് ശേഷം മറ്റേ പകുതിയും അവന് ലഭിക്കുമെന്നും റെഗുവേൽ പറഞ്ഞു. അധ്യായം 9. പണം വാങ്ങുന്നു. തോബിയാസ് റഫായലിനെ വിളിച്ചു പറഞ്ഞു, സഹോദരൻ അസറിയാസ് ഒരു വൃദ്ധനെയും 2 ഒട്ടകങ്ങളെയും കൂട്ടി മേദിയായിലെ റാഗേസിൽ ഗബായലിന്റെ അടുത്ത് നിന്ന് പണം വാങ്ങുക. അവനെയും വിവാഹ വിരുന്നിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. ഞാൻ ഇവിടം വിട്ടു പോകരുതെന്ന് റെഗുവേൽ നിർബന്ധിക്കുന്നു. എന്നാൽ എന്റെ പിതാവ് ദിവസങ്ങൾ എന്നെ കഴിയുകയാണ്. തിരിച്ചെത്താൻ വൈകിയാൽ അവൻ വിഷമിക്കും. റഫായൽ യാത്ര ചെയ്ത് ഗബായലിന്റെ അടുത്തെത്തി. ഒരു രാത്രി അവനോട് കൂടി ചെലവഴിച്ചു. ഗബായലിന് അവൻ രേഖ കൊടുത്തു. ഗബായൽ മുദ്ര പൊട്ടിക്കാത്ത പണസഞ്ചി എടുത്ത് കൊണ്ടുവന്ന് ഏൽപ്പിച്ചു. അവർ രണ്ടുപേരും അതിരാവിലെ എഴുന്നേറ്റ് വിവാഹ വിരുന്നു വന്നു. ഗബായൽ തോബിയാസിനും ഭാര്യയ്ക്കും അനുഗ്രഹാശംസകൾ നേർന്നു. അധ്യായം 10. തോബീത്തും അന്നയും കാത്തിരിക്കുന്നു. പിതാവായ തോബീത്ത് ദിവസം എന്നെ കഴിയുകയായിരുന്നു. തിരിച്ചിട്ട ദിവസം കഴിഞ്ഞിട്ടും അവരെ കാണാത്തതിനാൽ അവൻ പറഞ്ഞു, അവനെ താമസിപ്പിക്കുകയാണോ, അതോ ഗബായൽ മരിച്ചു പോവുകയും പണം നൽകാൻ ആരുമില്ലെന്ന് വരികയും ചെയ്തിരിക്കുമോ? അവൻ അതീവ ദുഃഖിതനായി. അവന്റെ ഭാര്യ പറഞ്ഞു, കുട്ടിക്ക് അപകടം സംഭവിച്ചു, കാലതാമസം അത് തെളിയിക്കുന്നു. അവൾ വിളിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, കുഞ്ഞെ, എന്റെ കണ്ണുകളുടെ വെളിച്ചമായി നിന്നെ പോകാൻ അനുവദിച്ചത് കഷ്ടമായി പോയി. തോബീത്ത് അവളോട് പറഞ്ഞു, വിഷമിക്കാതിരിക്കൂ, അവനൊന്നും സംഭവിച്ചിട്ടില്ല. അവൾ പറഞ്ഞു, മിണ്ടാതിരിക്കൂ, എന്നെ കബളിപ്പിക്കാൻ നോക്കേണ്ട. എന്റെ കുഞ്ഞിന് നാശം സംഭവിച്ചത് തന്നെ. എല്ലാ ദിവസവും അവർ പോയ വഴിയിലേക്ക് ചെല്ലും. പകലൊന്നും ഭക്ഷിക്കുകയില്ല. രാത്രി മുഴുവൻ മകൻ തോബിയാസിനെ ഓർത്ത് വിലപിക്കും. തോബിയാസിന്റെ മടക്കയാത്ര. വിവാഹ വിരുന്നിന്റെ 14-ാം ദിവസവും ഈ സ്തുതി തുടർന്നു. ഇത്രയും ദിവസങ്ങൾ തന്നോട് ഒന്നിച്ച് താമസിക്കണമെന്ന് റെഗുവേൽ നിർബന്ധിച്ചിരുന്നു. തോബിയാസ് റെഗുവേലിനോട് പറഞ്ഞു, എന്നെ തിരിച്ചയക്കുക. എന്റെ മാതാപിതാക്കന്മാർക്ക് എന്നെ കാണാമെന്നുള്ള ആശ പോലും മറ്റിരിക്കണം. എന്നാൽ റെഗുവേൽ പറഞ്ഞു, നീ എന്നോട് കൂടെ താമസിക്കൂ. ഞാൻ ദൂതന്മാരെ അയച്ച് നിന്റെ പിതാവിനെ വിവരം അറിയിക്കാം. അതുപോലെ എന്നെ തിരിച്ചയക്കണം. തോബിയാസ് പറഞ്ഞു. റെഗുവേൽ തോബിയാസിന് ഭാര്യയായ സാറായെയും സ്വത്തിൽ അടിമകളുടെയും കന്നുകാലികളുടെയും പണത്തിന്റെയും പകുതി നൽകി അവരെ അനുഗ്രഹിച്ച് യാത്രയാക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, മക്കളെ, എന്റെ മരണത്തിന് മുമ്പ് തന്നെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് ഐശ്വര്യം നൽകും. അവൻ പുത്രിയോട് പറഞ്ഞു, നിന്റെ ഭർത്താവിന്റെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക. അവരാണ് ഇനിമേൽ നിനക്ക് മാതാപിതാക്കൾ. നിന്നെപ്പറ്റി നല്ലത് മാത്രം കേൾക്കാൻ എനിക്കിടവരട്ടെ. അവൻ അവളെ ചുംബിച്ചു. തോബിയാസിനോട് പറഞ്ഞു, സഹോദര, സ്വർഗസ്ഥനായ പിതാവ് നിന്നെ സുരക്ഷിതനായി തിരിച്ചെത്തിക്കുകയും നിനക്ക് എന്റെ മകൾ സാറായിൽ ജനിക്കുന്ന കുട്ടികളെ കണ്ട് കർത്താവിന്റെ സന്നിധിയിൽ ആനന്ദിക്കാൻ എനിക്കിടവരുത്തുകയും ചെയ്യട്ടെ. ഇതാ, ഞാൻ എന്റെ പുത്രിയെ നിന്നെ പരമേൽപ്പിക്കുന്നു. അവളെ ദുഃഖിപ്പിക്കരുത്. 11-ാം അധ്യായം. തോബീത്ത് സുഖം പ്രാപിക്കുന്നു. യാത്ര മംഗളമാക്കിയത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തോബിയാസ് മടങ്ങിപ്പോയി.
അവൻ രഘുവേലിനും അവന്റെ ഭാര്യ യത്നായിക്കും മംഗളങ്ങൾ കേൾക്കുന്നു. യാത്ര ചെയ്ത് അവർ നിനിവേക്കടുത്തെത്തി. അപ്പോൾ റഫായേൽ തോബിയാസിനോട് പറഞ്ഞു, സഹോദരാ, ഏത് നിലയിലാണ് നീ പിതാവിനെ വിട്ടുപോകുന്നതെന്ന് ഓർക്കുന്നില്ലേ? നമുക്ക് വേഗം നിന്റെ ഭാര്യയ്ക്ക് മുമ്പേ പോയി വീട്ടിൽ വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാൻ. മത്സ്യത്തിന്റെ കൈപ്പയും കൂടെ എടുത്തുകൊണ്ട് അവർ പോയി. നായ അവരുടെ പുറകെ ഉണ്ടായിരുന്നു. അന്ന മകനെ നോക്കി വഴിയിൽ കണ്ണു നട്ടിരിക്കുകയായിരുന്നു. അവൻ വരുന്നത് കണ്ട് അവൾ അവന്റെ പിതാവിനോട് പറഞ്ഞു, ഇതാ നിന്റെ പുത്രൻ വരുന്നു, അവനോട് കൂടി പോയ ആളുമുണ്ട്. റഫായേൽ പറഞ്ഞു, തോബിയാസ്, നിന്റെ പിതാവിന് കാഴ്ച ലഭിക്കുമെന്ന് എനിക്കറിയാം. കയ്പ അവന്റെ കണ്ണുകളിൽ പുരട്ടണം. ചൊറിച്ചിൽ അനുഭവപ്പെടുമ്പോൾ അവൻ കണ്ണു തിരുമും. അപ്പോൾ വെളുത്ത പാടുകൾ പൊഴിഞ്ഞു വീഴുകയും അവൻ നിന്നെ കാണുകയും ചെയ്യും. അന്ന ഓടിച്ചെന്ന മകനെ ആശ്ലേഷിച്ചു. അവൾ അവനോട് പറഞ്ഞു, എന്റെ കുഞ്ഞെ, നിന്നെ കാണാൻ എനിക്കിടയായി. ഇനി മരിക്കാൻ ഞാൻ ഒരുക്കമാണ്. അവർ ഇരുവരും കരഞ്ഞു. വാതിൽക്കലേക്ക് വരുമ്പോൾ തോബീത്തിന് കാലിടറി. പുത്രൻ ഓടിയെത്തി പിതാവിനെ താങ്ങി. കണ്ണുകളിൽ വായ്പ ഉഴക്കെത്തിക്കൊണ്ട് അവൻ പറഞ്ഞു, പിതാവെ, സന്തോഷമായിരിക്കുക. ചൊറിച്ചിൽ തോന്നിയപ്പോൾ തോബീത്ത് കണ്ണുനീർ വെളുത്ത പാട കൺകോണുകളിൽ നിന്ന് പൊഴിഞ്ഞു വീണു. അപ്പോൾ അവൻ പുത്രനെ കണ്ടു. അവനെ ആലിംഗനം ചെയ്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ദൈവമേ, വാഴ്ത്തപ്പെട്ടവനാണ്. അങ്ങയുടെ നാമം എന്നേക്കും വാഴ്ത്തപ്പെട്ടതാണ്. അവിടുത്തെ വിശുദ്ധ ദൂതന്മാരും വാഴ്ത്തപ്പെട്ടവരാണ്. അവിടുന്ന് എനിക്ക് ദുരിതങ്ങൾ അയച്ചു, എന്നാലും എന്നോട് കരുണ കാട്ടി. ഇതാ എന്റെ മകൻ തോബിയാസിനെ ഞാൻ കാണുന്നു. അവന്റെ മകൻ സന്തോഷത്തോടെ വീട്ടിനുള്ളിൽ പ്രവേശിച്ച മേദിയാൽ തനിക്ക് സംഭവിച്ച വലിയ കാര്യങ്ങൾ പിതാവിനെ അറിയിച്ചു. തോബീത്ത് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മരുമകളെ സ്വീകരിക്കാൻ നിനിവേ നഗരത്തിന്റെ കവാടത്തിലേക്ക് പുറപ്പെട്ടു. കണ്ടവരെല്ലാം അവന് കാഴ്ച വീണ്ടു കിട്ടിയതിൽ വിസ്മയിച്ചു. തന്നോട് കരുണ കാണിച്ച ദൈവത്തെ അവരുടെ മുന്നിൽ വെച്ച് തോബീത്ത് സ്തുതിച്ചു. അവൻ തന്റെ മരുമകൾ സാറായുടെ അടുത്തെത്തി അവളെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, മകളെ, സ്വാഗതം. നിന്നെ ഞങ്ങളുടെ അടുത്തിലേക്ക് കൊണ്ടുവന്ന ദൈവം വാഴ്ത്തപ്പെടട്ടെ. നിന്റെ മാതാപിതാക്കൾ അനുഗ്രഹീതരാണ്. അങ്ങനെ നിനിവേയിൽ അവന്റെ സഹോദരന്മാരുടെ ഇടയിൽ ആനന്ദം കളിയാടി. ഹൈക്കാറും അനന്തരവൻ നാദാബും വന്നു. തോബിയാസിന്റെ വിവാഹം 7 ദിവസം ആർഭാടപൂർവ്വം ആഘോഷിച്ചു. അധ്യായം 12. റഫായേൽ തന്നെ വെളിപ്പെടുത്തുന്നു. തോബീത്ത് തന്റെ മകൻ തോബിയാസിനെ വിളിച്ചു പറഞ്ഞു, മകനെ, നിന്നോടൊപ്പം വന്നവന്റെ കൂലി കൊടുക്കുക. പറഞ്ഞിരുന്നതിലും കൂടുതൽ കൊടുക്കണം. അവൻ പറഞ്ഞു, പിതാവെ, ഞാൻ കൊണ്ടുവന്നതിന്റെ പകുതി കൊടുത്താലും ദോഷമില്ല. അവനെ സുരക്ഷിതമായി നിന്റെ അടുക്കൽ എത്തിച്ചു. എന്റെ ഭാര്യയെ സുഖപ്പെടുത്തി. എനിക്ക് വേണ്ടി പണം വാങ്ങി നിന്നെയും സുഖപ്പെടുത്തി. ഭൃത്യൻ പറഞ്ഞു, അവർ അത് അർഹിക്കുന്നു. അവൻ ദൂതനെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ കൊണ്ടുവന്നതെല്ലാം പകുതി എടുത്തുകൊള്ളുക. ദൂതൻ 2 പേരെയും രഹസ്യമായി വിളിച്ചു പറഞ്ഞു, ദൈവത്തെ സ്തുതിക്കുകയും അവിടത്തേക്ക് നന്ദി പറയുകയും ചെയ്യുവേൻ. അവിടുന്ന് നിങ്ങൾക്ക് തന്ന നന്മയെ പ്രതി സകല ജീവികളുടെ മുന്നിൽ അവിടുത്തെ മഹത്വപ്പെടുത്തുകയും അവിടുത്തെ പ്രതിജ്ഞ അർപ്പിക്കുകയും ചെയ്യുവേൻ. ദൈവത്തിന്റെ പ്രവർത്തികൾ പ്രഘോഷിച്ച് അവിടുത്തെ പുകഴ്ത്തുകയും അവിടുത്തെ നാമത്തിന് മഹത്വം നൽകുകയും ചെയ്യുന്നത് ഉചിതം അത്രേ. അവിടത്തേക്ക് നന്ദി പറയാൻ അമാന്തമരുത്. രാജാവിന്റെ രഹസ്യം സൂക്ഷിക്കുന്നത് നല്ലത്. ദൈവത്തിന്റെ പ്രവൃത്തികൾ പ്രസിദ്ധമാക്കുന്നത് മഹനീയമാണ്. നന്മ ചെയ്യുക, നിനക്ക് തിന്മ ഭവിക്കുകയില്ല. ഉപവാസം, ദാനധർമ്മം, നീതി എന്നിവയോടുകൂടി ആകുമ്പോൾ പ്രാർത്ഥന നല്ലതാണ്. നീതിയോടുകൂടിയ അല്പത്വമാണ് അനീതിയോടുകൂടിയ അധികത്തെക്കാൾ അഭികാമ്യം. സ്വർണം കൂട്ടിവെക്കുന്നതിനേക്കാൾ ദാനം ചെയ്യുന്നത് നല്ലത്. ദാനധർമ്മം മരണത്തിൽ രക്ഷിക്കുന്നു. അത് സകല പാപങ്ങളും തുടച്ചു നീക്കുന്നു. പരോപകാരവും നീതിയും പ്രവർത്തിക്കുന്നവൻ ജീവിതത്തിന്റെ പൂർണ്ണത ആസ്വദിക്കും. പാപം ചെയ്യുന്നവൻ സ്വന്തം ജീവന്റെ ശത്രുവാണ്. ഞാൻ നിങ്ങളിൽ നിന്നൊന്നും ഒളിച്ചു വയ്ക്കുകയില്ല. രാജാവിന്റെ രക്തം സൂക്ഷിക്കുന്നത് നല്ലത്. ദൈവത്തിന്റെ പ്രവൃത്തികൾ പ്രസിദ്ധമാക്കുന്നത് മഹനീയമെന്ന് ഞാൻ പറഞ്ഞല്ലോ. നീ നിന്റെ മരുമകൾ സാറായും പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന പരിശുദ്ധനായവനെ ഞാൻ അനുസ്മരിപ്പിച്ചു. നീ മൃതരെ സംസ്കരിച്ചപ്പോൾ ഞാൻ നിന്നോടുണ്ടായിരുന്നു. ഭക്ഷണമേശയിൽ നിന്ന് എഴുന്നേറ്റ് മൃതദേഹം സംസ്കരിക്കാൻ മടിക്കാതിരുന്ന നിന്റെ സൽപ്രവൃത്തി എനിക്ക് അജ്ഞാതമായിരുന്നില്ല. ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു. ആകയാൽ നിന്നെയും നിന്റെ മരുമകൾ സാറായും സുഖപ്പെടുത്താൻ ദൈവം എന്നെ അയച്ചിരിക്കുന്നു. ഞാൻ റഫായേലാണ്. വിശുദ്ധരുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുകയും പരിശുദ്ധനായവന്റെ മഹത്വത്തിന്റെ സന്നിധിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന 7 വിശുദ്ധ ദൂതന്മാരിൽ ഒരുവൻ. ഇവർ ഇരുവരും സംഭ്രാന്തരായി. ഭയത്തോടെ അവർ കമിഴ്ന്നു വീണു. അവൻ പറഞ്ഞു, ഭയപ്പെടേണ്ട, നിങ്ങൾ സുരക്ഷിതരാണ്. എന്നേക്ക് ദൈവത്തെ സ്തുതിക്കുവിൻ. എന്റെ ഔദാര്യം കൊണ്ടല്ല, ദൈവത്തിന്റെ ഹിതമനുസരിച്ചാണ് ഞാൻ വന്നത്. അവിടുത്തെ എന്നേക്ക് സ്തുതിക്കുവിൻ. ഈ നാളുകളെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകിയത് ഛായാദർശനമായിരുന്നു. ഞാൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല. നിങ്ങൾ കണ്ടത് ഒരു ദർശനം മാത്രം. ദൈവത്തിന്റെ പദത്തിനെ അർപ്പിക്കുക. ഞാൻ നിന്നെ അയച്ചവന്റെ അടുത്തേക്ക് മടങ്ങുകയാണ്. സംഭവിച്ചതെല്ലാം എഴുതി സൂക്ഷിക്കുക. അവർ എഴുന്നേറ്റിരുന്നു, എന്നാൽ അവനെ കണ്ടില്ല. അവർ ദൈവത്തിന്റെ മഹനീയവും അത്ഭുതബഹവുമായ പ്രവൃത്തികളെ സ്തുതിക്കുകയും കർത്താവിന്റെ ദൂതൻ തങ്ങൾക്ക് പ്രതീക്ഷപ്പെട്ടുവെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. തോബീത്തിന്റെ കീർത്തനം. അധ്യായം 13. തോബീത്ത് ആഹ്ലാദം തുളുമ്പുന്ന ഈ പ്രാർത്ഥന രചിച്ചു. നിത്യനായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. അവിടുത്തെ രാജ്യം അനുഗ്രഹീതം. അവിടുന്ന് ശിക്ഷിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യുന്നു. പാതാളത്തിലേക്ക് താഴ്ത്തുകയും അവിടെ നിന്ന് ഉയർത്തുകയും ചെയ്യുന്നു. അവിടുത്തെ കരങ്ങളിൽ നിന്ന് ആരും രക്ഷപ്പെടുകയില്ല.
ഇസ്രായേൽ മക്കളെ ജനതകളുടെ മുമ്പിൽ അവിടുത്തെ ഏറ്റുപറയുവിൻ. അവിടുന്നാണ് നമ്മെ അവരുടെ ഇടയിൽ ചിതറിച്ചത്. അവിടെ ഇടയിൽ അവിടുത്തെ മഹത്വം വിളംബരം ചെയ്യുവിൻ. സകല ജീവികളുടെയും മുന്നിൽ അവിടുത്തെ പ്രകീർത്തിക്കുവിൻ. അവിടുന്നാണ് നമ്മുടെ ദൈവമായ കർത്താവ് എന്ന് നമ്മുടെ പിതാവും എന്നേക്കും നമ്മുടെ പിതാവും അവിടുന്ന് തന്നെ. നമ്മുടെ തിന്മകൾക്ക് അവിടുന്ന് നമ്മെ ശിക്ഷിക്കും. എന്നാൽ അവിടുന്ന് വീണ്ടും കരുണ ചൊരിയും. കർത്താവ് നിങ്ങളെ ജനതകളുടെ ഇടയിൽ ചിതറിച്ചു. അവിടുന്ന് നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി നിങ്ങൾ കർത്താവിലേക്ക് തിരിയുകയും അവിടുത്തെ സന്നിധിയിൽ സത്യസന്ധമായി വ്യാപരിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങളെ കടാക്ഷിക്കും. നിങ്ങളിൽ നിന്ന് മുഖം മറിക്കുകയില്ല. അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത നന്മയെ പറ്റി ചിന്തിക്കുവിൻ. ഉച്ചത്തിലേക്ക് അവിടത്തേക്ക് കൃതജ്ഞത അർപ്പിക്കുവിൻ. നീതിയുടെ കർത്താവിനെ സ്തുതിക്കുവിൻ. യുഗങ്ങളുടെ രാജാവിനെ പുകഴ്ത്തുവിൻ. പ്രവാസിയായി വസിക്കുന്ന നാട്ടിൽ വെച്ച് ഞാൻ അവിടുത്തെ സ്തുതിക്കുന്നു. പാപികളായ ജനതയോട് അവിടുത്തെ ശക്തിയും മഹത്വവും പ്രഘോഷിക്കുന്നു. പാപികളെ പിന്തിരിയുവിൻ. അവിടുത്തെ മുമ്പിൽ നീതി പ്രവർത്തിക്കുവിൻ. അവിടുന്ന് നിങ്ങളെ സ്വീകരിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യുകയില്ലെന്ന് ആരറിഞ്ഞു. ഞാൻ എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എന്റെ സ്വർഗത്തിന്റെ രാജാവിനെ എന്റെ ആത്മാവ് പുകഴ്ത്തുന്നു. അവിടുത്തെ പ്രഭാവത്തിൽ ഞാൻ ആനന്ദം കൊള്ളുന്നു. എല്ലാ മനുഷ്യരും അവിടുത്തെ പ്രകീർത്തിക്കട്ടെ. ജെറുസലേമിൽ അവിടുത്തേക്ക് കൃതജ്ഞത അർപ്പിക്കപ്പെടട്ടെ. വിശുദ്ധ നഗരമായ ജെറുസലേമേ, നിന്റെ പുത്രന്മാരുടെ പ്രവർത്തികൾ നിമിത്തം അവിടുന്ന് എന്നെ പീഡിപ്പിക്കും. ദുഷ്ടരായ മക്കളുടെ മേൽ അവിടുന്ന് വീണ്ടും കാരുണ്യം ചെയ്യും. കർത്താവിന് യഥായോഗ്യം കൃതജ്ഞത അർപ്പിക്കുവാൻ യുഗങ്ങളുടെ രാജാവിനെ സ്തുതിക്കുവാൻ അവിടുത്തെ കൂടാരം നിങ്ങൾക്ക് വേണ്ടി ഉയർത്തപ്പെടട്ടെ. അവിടുന്ന് നിങ്ങളുടെ പ്രവാസികൾക്ക് സന്തോഷം നൽകട്ടെ. ദുഃഖിതരുടെ മേൽ അവരുടെ സ്നേഹം തലമുറകളോളം എന്നേക്കും ചൊരിയട്ടെ. ദൈവമായ കർത്താവിന്റെ നാമം വഹിക്കുന്നിടത്തേക്ക് വിദൂരങ്ങളിൽ അനേകം ജനതകൾ സ്വർഗത്തിന്റെ രാജാവിന് കാഴ്ചകളും ഏന്തി വരും. തലമുറകൾ നിന്നെ സന്തോഷപൂർവ്വം പ്രകീർത്തിക്കും. നിന്നെ വെറുക്കുന്നവൻ ശമിപ്പിക്കപ്പെടട്ടെ. നിന്നെ സ്നേഹിക്കുന്നവൻ എന്നേക്കും അനുഗ്രഹീതൻ. നിദിഷ്ടരായ മക്കളെ ഓർത്ത് സന്തോഷിക്കുവിൻ. അവിടുന്ന് അവരെ ഒരുമിച്ച് കൂട്ടും. അവർ നീതിമാന്മാരുടെ കർത്താവിനെ സ്തുതിക്കും. നിന്നെ സ്നേഹിക്കുന്നവർ എത്രയോ അനുഗ്രഹീതർ. നിന്റെ ശാന്തിയിൽ അവർ സന്തോഷിക്കും. നിന്റെ കഷ്ടതകളെ ബുദ്ധിച്ചവർ അനുഗ്രഹീതർ. നിന്റെ മഹത്വം കണ്ട് അവർ ആനന്ദിക്കും. അവർക്ക് ശാശ്വത ആനന്ദം ലഭിക്കും. എന്റെ കർത്താവ് എന്റെ ആത്മാവ് ഉന്നത രാജാവായ ദൈവത്തെ പുകഴ്ത്തട്ടെ. ഇന്ദ്രനീലവും മരുതകവും കൊണ്ട് ജെറുസലേം പണിയപ്പെടും. അവളുടെ മതിലുകൾ അനർത്ഥ രത്നങ്ങൾ കൊണ്ടും ഗോപുരങ്ങൾ കൊണ്ടും കൊത്തളങ്ങളും സ്വർണം കൊണ്ടും നിർമ്മിക്കപ്പെടും. ജെറുസലേം തെരുവീതികളിൽ ഗോമേതകവും മാണിക്യവും ഓഫീറിലെ അവളുടെ പാതകളിൽ ഹല്ലേലൂയ മാറ്റം കൊള്ളും. നിങ്ങൾക്ക് ശാശ്വത മഹത്വം നൽകി ദൈവം വാഴ്ത്തപ്പെടട്ടെ എന്ന് പറഞ്ഞ അവർ സ്തുതികൾ അർപ്പിക്കും. അധ്യായം 14 തോബിത്തിന്റെ അന്തിമ ഉപദേശം. തോബിന്റെ സ്തോത്രഗീതം അവസാനിപ്പിച്ചു. 58-ാം വയസ്സിലാണ് അവന് കാറ്റ് നഷ്ടപ്പെട്ടത്. 8 വർഷം കഴിഞ്ഞ് അത് തിരിച്ചു കിട്ടി. അവൻ ദാനധർമ്മം ചെയ്യുകയും ദൈവമായ കർത്താവിനെ ഭക്തിപൂർവ്വം സ്തുതിക്കുകയും ചെയ്തു. വൃദ്ധനായപ്പോൾ പൗത്രനെയും വിളിച്ചിട്ട് പുത്രനോട് പറഞ്ഞു, മകനെ, എനിക്ക് വയസ്സായും ജീവിതത്തോട് വിടവാങ്ങാൻ കാലമെടുത്തു. നീ മക്കളെയും കൂട്ടി മേദിയയിലേക്ക് പുറപ്പെടുക. നിലവെ നശിക്കപ്പെടുമെന്ന് യോനാ പ്രവാചകൻ പറഞ്ഞത് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എന്നാൽ മേദിയ കുറെ കാലം സമാധാനം നിലനിൽക്കും. നമ്മുടെ സഹോദരന്മാർ തങ്ങളുടെ നല്ല ദേശത്ത് നിന്ന് ഭൂമിയെ ചിതറിക്കപ്പെടും. ജെറുസലേം വിജനമാകും. ദേവാലയം അഗ്നിക്കിരയായി കുറെ കാലത്തേക്ക് നാശകൂമ്പാരമായി കിടക്കും. എന്നാൽ ദൈവം വീണ്ടും കരുണ തോന്നി അവരെ തങ്ങളുടെ ദേശത്തേക്ക് തിരികെ കൊണ്ടുവരും. കാല പരിപൂർത്തിയാകുന്നവരെ ആദ്യത്തെ പോലെ ആവുകയില്ലെങ്കിലും അവർ ദേവാലയം വീണ്ടും പണിയും. അതിനുശേഷം അവർ പ്രവാസത്തിനും മടങ്ങി വന്ന് ജെറുസലേമിനെ മഹത്വപൂർണ്ണമായി പുതുക്കിപ്പണിയും. പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് പോലെ എല്ലാ തലമുറകൾക്കും വേണ്ടി മഹിമയാർന്ന ദേവാലയ മന്ദിരം നിർമ്മിക്കും. അപ്പോൾ സകല ജനതകളും ദൈവമായ കർത്താവിന്റെ യഥാർത്ഥ ഭക്തരാകുകയും തങ്ങളുടെ വിഗ്രഹങ്ങൾ കുഴിച്ചുമൂടുകയും ചെയ്യും. അവർ കർത്താവിനെ സ്തുതിക്കും. അവിടുത്തെ ദൈവത്തിന്റെ കൃതജ്ഞത അർപ്പിക്കും. കർത്താവ് തന്റെ ജനത്തെ മഹത്വമണിയിക്കും. സത്യത്തിലും നീതിയിലും ദൈവമായ കർത്താവിനെ സ്നേഹിക്കുന്ന സകലരും നമ്മുടെ സഹോദരരോട് കരുണ കാണിച്ചുകൊണ്ട് സന്തോഷിക്കും. മകനെ, നിനമ വിട്ടുപോകുക. യോനാ പ്രവാചകൻ പറഞ്ഞത് തീർച്ചയായും സംഭവിക്കും. നിനക്ക് ശുഭം ഭവിക്കാൻ നിയമവും പ്രമാണങ്ങളും പാലിക്കുകയും നീതിയോടും കരുണയോടും കൂടെ വർത്തിക്കുകയും ചെയ്യുക. എന്നെ ഉചിതമായി സംസ്കരിക്കണം. നിന്റെ അമ്മയെ എന്റെ അടുത്ത് തന്നെ സംസ്കരിക്കണം. നിനിവേയിൽ താമസിച്ചുകൂടാ. മകനെ, തന്നെ ഗോറ്റി അഹീക്കറോട് നാദാബ് ചെയ്തതെന്തെന്ന് അവനെ എങ്ങനെ പ്രകാശത്തിൽ നിന്നും അന്ധകാരത്തിലേക്ക് നയിച്ചെന്നും അവന് എന്ത് പ്രതിഫലം നൽകിയെന്നും കാണുക. എന്നാൽ അഹീക്കാർ രക്ഷപ്പെടുകയും അവൻ അന്ധകാരത്തിൽ അമർന്നു തന്റെ പ്രവർത്തിക്കത്തക്ക പ്രതിഫലം നേടുകയും ചെയ്തു. അഹീക്കാർ ദാനധർമ്മം നൽകി. അങ്ങനെ നാദാബ് ഒരുക്കിയ കണിയിൽ നിന്നും രക്ഷപ്പെട്ടു. നാദാബ് തന്നെ
ആ കെണിയിൽ വീണും നശിച്ചു. ആകയാൽ മക്കളെ ദാനധർമ്മം എന്തു നേടുമെന്നും നീതി എങ്ങനെ രക്ഷിക്കുന്നുവെന്നും ചിന്തിക്കുവിൻ. ഇത് പറഞ്ഞ് അവൻ മരിച്ചു. അവന് 158 വയസ്സായിരുന്നു. തോബിയാസ് അവനെ ആഡംബരപൂർവ്വം സംസ്കരിച്ചു. അന്ന മരിച്ചപ്പോൾ തോബിയാസ് അവളെ പിതാവിന്റെ സമീപത്ത് സംസ്കരിച്ചു. തോബിയാസ് ഭാര്യയെയും പുത്രന്മാരെയും കൂട്ടിയും എക്ബാനായിൽ അമ്മായിയപ്പനായ റഗുവേലിന്റെ അടുക്കൽ മടങ്ങിയെത്തി. പ്രായത്തോടൊപ്പം അവന്റെ കീർത്തിയും വളർന്നു. ഭാര്യയുടെ മാതാപിതാക്കന്മാർ മരിച്ചപ്പോൾ അവരെ സന്തോഷം സംസ്കരിച്ചു. അവരുടെ സ്വപിതാവായ തോബിത്തിന്റെയും വസ്തുവകൾ അവൻ അവകാശമായി വെച്ചു. അവൻ മേരിയയിലെ എക്ബാഥാനായിൽ വെച്ച് 177 വയസ്സിൽ മരിച്ചു. മരിക്കുന്നതിന് മുമ്പേ നെബൂഖദ്നേസറും മഹേസരും നിലവയെ കീഴടക്കി നശിപ്പിച്ച വാർത്ത അവൻ കേട്ടു. മരണത്തിന് മുമ്പേ നിലവയെ കുറിച്ച് സന്തോഷിക്കാൻ അവൻ ഇടവന്നു. യൂദിത്തെ അധ്യായം 1. നെബൂഖദ്നേസറും അർഫാക്സാദും തമ്മിൽ യുദ്ധം. മഹാനഗരമായ നിനവേയിൽ അസൂര്യക്കാരെ ഭരിച്ചിരുന്ന നെബൂഖദ്നേസറിന്റെ 12-ാം ഭരണവർഷമായിരുന്നു അത്. അർഫാക്സാദ് രാജാവും എക്ബാഥാനായിലെ മേദിയയുടെ അധിപതിയായി വാഴുകയായിരുന്നു. അവൻ 3 മുഴം കരത്തിലും 6 മുഴം നീളത്തിലും ചെത്തിയെടുത്ത കല്ലുകൊണ്ട് എക്ബാഥാനായ്ക്ക് ചുറ്റും മതിൽ പണിതു. മതിലിന് 70 മുഴം ഉയരവും 50 മുഴം വീതിയും ഉണ്ടായിരുന്നു. കവാടത്തിൽ 100 മുഴം ഉയരവും അടിത്തറയിൽ 60 മുഴം വീതിയുമുള്ള ഗോപുരങ്ങൾ നിർമ്മിച്ചിരുന്നു. സൈന്യത്തിന് ഒന്നിച്ചു കടന്നു പോകാനും കാലാൾപ്പടയ്ക്ക് നിരയായി നീങ്ങാനും കഴിയുമാറ് കവാടങ്ങൾ 70 മുഴം ഉയരത്തിലും 40 മുഴം വീതിയിലുമാണ് പണിതത്. അക്കാലത്താണ് നെബൂഖദ്നേസർ രാജാവും റാഗാവിന്റെ അതിർത്തിയിലുള്ള വിശാലമായ സമുദ്രത്തിൽ വെച്ച് അർഫാക്സാദ് രാജാവിനോട് ഏറ്റുമുട്ടിയത്. മലമ്പ്രദേശത്തെ ജനങ്ങളും യൂഫ്രട്ടീസ്, ടൈഗ്രീസ്, ഹിദാസ്പാസ് എന്നീ നദികളുടെ തീരങ്ങളിൽ വസിച്ചിരുന്നവരും എലിമായരുടെ രാജാവായ അറിയോക്കും സമുദ്രത്തിൽ വെച്ച് അവനോട് ചേർന്നു. അനവധി ജനതകൾ കൽദായ സൈന്യങ്ങളോട് ചേർന്നു. അസൂറിയക്കാർ രാജാവായ നെബൂഖദ്നേസർ പേർഷ്യയിലും പടിഞ്ഞാറും കിലിക്കിയ, ദമസ്കസ്, ലെബനോന്റെ നേരെ കിടക്കുന്ന പ്രദേശങ്ങൾ എന്നിവയും സമുദ്രതീര പ്രദേശങ്ങളിലെ വസിച്ചിരുന്നവർക്കും കാർമൽ, ഗിലെയാദ്, ഉത്തര ഗലാബി, വിശാലമായ എസ്ത്രയ, ലോൺ താഴ്വര എന്നിവിടങ്ങളിലും സമരിയയിലും അതിനു ചുറ്റുമുള്ള പട്ടണങ്ങളിലും ജോർദാനും അക്കരെ ജെറുസലേം വരെയും ബദനി, കെലൂസ്, കാദേശ്, ഈജിപ്തിലെ നദീതീരം, തഹ്ഫാനസ്, റസാസ് എന്നിവിടങ്ങളിലും താനിസ്, മെംഫീസ് ഇവയുൾപ്പെടെ ഗോഷൻ പ്രദേശം മുഴുവനിലും ഈജിപ്തിൽ എത്യോപ്യയുടെ അതിർത്തികൾ വരെയും വസിച്ചിരുന്നവർക്കും സന്ദേശം അയച്ചു. എന്നാൽ ആ പ്രദേശങ്ങളിലെ ജനങ്ങൾ അസീറിയ രാജാവായ നെബൂഖദ്നേസറിന്റെ ആജ്ഞ അവഗണിക്കുകയും യുദ്ധത്തിൽ അവനോട് ചേരാൻ വിസമ്മതിക്കുകയും ചെയ്തു. അവർ അവനെ ഭയപ്പെട്ടിരുന്നില്ല. അവരുടെ ദൃഷ്ടിയിൽ അവൻ ഒരു സാധാരണ മനുഷ്യനായിരുന്നു. അവന്റെ ദൂതന്മാരെ അവർ വെറും കൈയോടെ അപമാനിതരായി തിരിച്ചയച്ചു. ആ ദേശങ്ങളെല്ലാം നെബൂഖദ്നേസറിന്റെ കടുത്ത രോഷത്തിന് പാത്രമായി. കിലിക്കിയ, ദമസ്കസ്, സിറിയ എന്നിവയുടെ മേൽ നിശ്ചയമായ പ്രതികാരം നടത്തുമെന്നും മോവാബ് നിവാസികളോടും അമോൻ ജനതയും യൂദയായിലും ഈജിപ്തിലും ഇരു കടലുകളുടെയും തീരങ്ങൾ വരെയും വസിക്കുന്ന എല്ലാവരെയും വാളിനിരയാക്കുമെന്നും അവൻ തന്റെ സിംഹാസനത്തിന്റെയും രാജ്യത്തിന്റെയും പേര് ശപഥം ചെയ്തു. 17-ാം വർഷം അവൻ അർഫാക്സാദ് രാജാവിനെതിരെ സൈന്യത്തെ അയച്ചു. അവനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുകയും അവന്റെ സൈന്യത്തെ, കുതിരപ്പടയെയും രഥങ്ങളെയും നിശേഷം നശിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അവൻ അർഫാക്സാദിന്റെ നഗരങ്ങൾ കീഴ്പ്പെടുത്തി എക്ബാഥാനായിൽ പ്രവേശിച്ച് ഗോപുരങ്ങൾ പിടിച്ചെടുക്കുകയും കച്ചവട സ്ഥലങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്തു. പ്രതാപമുള്ള പട്ടണത്തെ പരിഹാസപാത്രമാക്കി. അവൻ അർഫാക്സാദിനാകാവ് പർവ്വത നിരകളിൽ വെച്ചു ബന്ധനസ്ഥനാക്കി കുന്തം കൊണ്ട് കുത്തി അവനെ പൂർണ്ണമായി നശിപ്പിച്ചു. അനന്തരം അവൻ തന്റെ വിപുലമായ സംയുക്ത സൈന്യവുമായി നിനവേയിലേക്ക് മടങ്ങി. അവിടെ അവനും സൈന്യവും 120 ദിവസം വിരുന്നിലും വിശ്രമത്തിലും ചെലവഴിച്ചു. ഹോളോഫർണസിനെ അയക്കുന്നു. അധ്യായം 2. നെബൂഖദ്നേസർ പറഞ്ഞിരുന്നത് പോലെ 18-ാം വർഷം 1-ാം മാസം 22-ാം ദിവസം ആ പ്രദേശം മുഴുവൻ പ്രതികാരം നടത്തുന്നതിനെ പറ്റി അവന്റെ കൊട്ടാരത്തിൽ ആലോചന നടന്നു.
അവൻ തന്റെ സേവകന്മാരെയും പ്രമുഖന്മാരെയും വിളിച്ചു വരുത്തി തന്റെ രഹസ്യ പദ്ധതി വിശദീകരിച്ചു. ആ പ്രദേശങ്ങളെ ദുഷ്കൃത്യങ്ങൾ സ്വന്തം നാവുകൊണ്ട് വിവരിച്ചു. തന്റെ കൽപ്പന അനുസരിക്കാത്ത ഏവരെയും നശിപ്പിക്കണമെന്ന് തീരുമാനിച്ചു. പദ്ധതി അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അസീറിയ രാജാവായ നെബൂഖദ്നേസർ തനിക്ക് നേരെ കീഴിലുള്ള സർവ്വ സൈന്യാധിപൻ ഹോളോഫർണസിനെ വിളിച്ചു പറഞ്ഞു, ഭൂമി മുഴുവന്റെയും അധിനാഥനായ ചക്രവർത്തി അറിയിക്കുന്നു, നീ എന്റെ മുൻപിൽ നിന്നും പോയാൽ ഉടൻ ധീരന്മാരായ 1,20,000 കാലാൾപ്പടയും 12,000 കുതിരപ്പടയും ശേഖരിച്ച് പശ്ചിമദേശം മുഴുവൻ ആക്രമിക്കുക. അവർ എന്റെ കൽപ്പന അനുസരിച്ചില്ല. ഞാൻ കോപാക്രാന്തനായി വരികയാണ്. ഭൂമുഖമാസകലം എന്റെ സൈന്യങ്ങളുടെ പാദം കൊണ്ട് പറയും. എന്റെ പടയാളികൾക്ക് ഒള്ളയടിക്കാൻ അവരെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കും. അതിനാൽ കീഴടങ്ങാൻ ഒരുങ്ങിക്കൊള്ളുവിൻ എന്നു അവരോട് പറയുക. മുറിവേറ്റവർ താഴ്വരകളിൽ നിറയും. അരുവികളും നദികളും മൃതശരീരങ്ങൾ കൊണ്ട് കവിഞ്ഞൊഴുകും. ഞാൻ അവരെ തടവുകാരാക്കി ലോകത്തിന്റെ അറ്റം വരെ പായിക്കും. നിങ്ങൾ മുൻപേ പോയി അവരുടെ സ്ഥലങ്ങൾ എനിക്ക് വേണ്ടി പിടിച്ചടക്കുവിൻ. അവർ നിങ്ങൾക്ക് കീഴടങ്ങും. ശിക്ഷയുടെ നാൾ വരെ നിങ്ങൾ അവരെ എനിക്ക് വേണ്ടി സൂക്ഷിക്കുവിൻ. അവർ വിസമ്മതിച്ചാൽ നിങ്ങൾ കണ്ണടച്ചു കളയരുതേ. രാജ്യം മുഴുവൻ കൊലയ്ക്കും കൊള്ളയ്ക്കുമായി ഏൽപ്പിച്ചു കൊടുക്കാം. ഞാനും എന്റെ രാജ്യവുമാണ്, എന്റെ വാക്കും ഞാൻ നിറവേറ്റും. നിങ്ങളുടെ രാജാവിന്റെ കൽപ്പനകൾ ലംഘിക്കാതിരിക്കാൻ നിങ്ങളും ശ്രദ്ധിച്ചുകൊള്ളുവിൻ. എന്റെ കൽപ്പന മാറ്റമില്ലാത്ത നിർവഹിക്കാൻ ശ്രദ്ധിക്കുവിൻ. താമസം വരുത്തരുതേ. യജമാന സന്നിധി വിട്ടപ്പോൾ തന്നെ ഹോളോഫർണസ് അസീറിയൻ സൈന്യത്തിലെ സേനാപതികൾ, മറ്റു പടത്തലവന്മാർ, സേവകന്മാർ എന്നിവരെ വിളിച്ചുകൂട്ടി യജമാനന്മാർ കൽപ്പിച്ചതനുസരിച്ച് തിരഞ്ഞെടുത്ത 1,20,000 പടയാളികളെയും അശ്വാരൂഢരായ 12,000 വില്ലാളികളെയും ജനങ്ങളായി തിരിച്ചു. അങ്ങനെ അവൻ ആക്രമണ സന്നദ്ധമായ ഒരു വൻ സൈന്യത്തെ സജ്ജമാക്കി. അവൻ സാധനങ്ങൾ കൊണ്ടുപോകാൻ അസംഖ്യം ഒട്ടകങ്ങളെയും കഴുതകളെയും കോവർ കഴുതകളെയും, ഭക്ഷണത്തിനായി അനേകം ചെമ്മരിയാടുകളെയും കാളകളെയും കോലാടുകളെയും സംഭരിച്ചു. കൂടാതെ എല്ലാ ആളുകൾക്കും വേണ്ടി ധാരാളം ഭക്ഷണ സാധനങ്ങളും വലിയൊരു തുകയ്ക്ക് സ്വർണവും വെള്ളിയും രാജകൊട്ടാരത്തിൽ നിന്നും ശേഖരിച്ചു. ഇപ്രകാരം പശ്ചിമദേശങ്ങളെല്ലാം തേര്, കുതിര, തെരഞ്ഞെടുക്കപ്പെട്ട കാലാൾപ്പട ഇവയാൽ നിറയ്ക്കുവാൻ അവൻ മുഴുവൻ സൈന്യവുമായി നെബൂഖദ്നേസർ രാജാവിന് മുമ്പേ പോയി. വെട്ടുകിളികളെ പോലെയും ഭൂമിയിലെ ധനത്തരി പോലെയും എണ്ണമറ്റ ഒരു സമൂഹം അവരോട് കൂടെ പോയി. നിനിവേയിൽ നിന്ന് 3 ദിവസം യാത്ര ചെയ്ത അവൻ ബെത്തിലത്ത് സമതലത്തിലെത്തി. അതിന്റെ എതിർവശത്തെ ഉത്തര കിഴക്കായുടെ വടക്കു ഭാഗത്തെ പർവ്വതത്തിന് സമീപം പാളയം അഴിച്ചു. അവിടെ നിന്നും ഹോളോഫർണസ് തന്റെ സൈന്യത്തെ മുഴുവൻ കാലാൾ, കുതിര, തേര് എന്നീ വിഭാഗങ്ങളിലെ എല്ലാം കൂട്ടി കുന്നിൻ പ്രദേശത്തേക്ക് പോവുകയും ലൂദ് എന്നീ ദേശങ്ങൾ തകർക്കുകയും റാസീസ് നിവാസികളെ കെലിയ ദേശത്തിന് തെക്കുള്ള മരുപ്രദേശങ്ങളിൽ വസിച്ചിരുന്ന ഇസ്മായേലിയെയും കൊള്ളയടിക്കുകയും ചെയ്തു. അനന്തരം യൂഫ്രട്ടീസിന്റെ ഗതി പിന്തുടർന്ന് മെസൊപ്പൊട്ടാമിയയിലൂടെ കടന്ന് അബ്രോൺ അരുവിയുടെ കരയിലുള്ള കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്തിരുന്ന നഗരങ്ങളെല്ലാം സ്വന്തം തകർത്തു. കിലീക്കിയൻ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയും എതിർത്ത് നിന്നവരെല്ലാം വധിക്കുകയും ചെയ്തതിനു ശേഷം അവൻ അറേബ്യയ്ക്ക് അഭിമുഖമായി നിലകൊള്ളുന്ന ജഫാത്ത തെക്കേ അതിർത്തികളിലേക്ക് കടന്നു. മിതിയക്കാരെ വളഞ്ഞ് അവരുടെ കൂടാരങ്ങൾ അഗ്നിക്കിരയാക്കി ആട്ടിൻപറ്റങ്ങളെ ടോർച്ച് ചെയ്തു. അതിനുശേഷം ഗോതമ്പ് കൊയ്ത്തിന്റെ കാലത്ത് അവൻ ഡമസ്കസ് സമഭൂമിയിലേക്ക് ഇറങ്ങിച്ചെന്നു. വയലുകൾക്ക് തീ വയ്ക്കുകയും ആടുമാടുകളെ കൊന്നൊടുക്കുകയും നഗരങ്ങളിൽ നിർജ്ജനമാക്കുകയും നിലം ശൂന്യമാക്കുകയും യുവാക്കളെ വാളിനിരയാക്കുകയും ചെയ്തു. സമുദ്രതീരദേശങ്ങളായ സിദോൻ, ടൈർ എന്നിവിടങ്ങളിലും സൂർ, ഒക്കിന, ജാമിനിയ എന്നിവിടങ്ങളിലും നിവസിച്ചിരുന്ന ജനങ്ങൾ ഭയചകിതരായി തീർന്നു. അസോത്തുസിലെയും അസ്കലോണിലെയും ജനങ്ങളും ഭീഭ്രാന്തരായി. അധ്യായം 3 സമാധാനത്തിന് വേണ്ടി യാചിക്കുന്നു. അവർ ദൂതന്മാരെ അയച്ചു സമാധാനത്തിന് അപേക്ഷിച്ചു. ഇതാ, നെബൂഖദ്നേസർ മഹാരാജാവിന്റെ ദാസന്മാരായ ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. അങ്ങേക്ക് ഇഷ്ടമുള്ളത് ഞങ്ങളോട് ചെയ്തു കൊള്ളുക. ഞങ്ങളുടെ കെട്ടിടങ്ങളും നിലങ്ങളും ഗോതമ്പ് വയലുകളും കന്നുകാലികളും ആട്ടിൻപറ്റങ്ങളും മെറ്റിൽപ്പുറങ്ങളും അവയുടെ ആലകളും എല്ലാം ഞങ്ങൾ അങ്ങേക്ക് അടിയറ വയ്ക്കുന്നു. അവയോട് എന്തും ചെയ്തു കൊള്ളുക. ഞങ്ങളുടെ നഗരങ്ങളും അതിലെ നിവാസികളും അങ്ങയുടെ അടിമകളാണ്. അങ്ങയുടെ ഇഷ്ടം പോലെ പ്രവർത്തിച്ചു കൊള്ളുക. ജനങ്ങൾ വന്ന് ഇതെല്ലാം ഹോളോഫർണസിനോട് പറഞ്ഞു. അവൻ
സൈന്യസമേതം കടൽത്തീരത്തേക്ക് ഇറങ്ങിച്ചെന്നു. മലമുകളിലെ നഗരങ്ങളിൽ സൈനിക താവളങ്ങൾ സ്ഥാപിക്കുകയും അവരിൽ നിന്ന് സമർത്ഥരായ ആളുകളെ തന്നെ സഹായിക്കാൻ നിയോഗിക്കുകയും ചെയ്തു. ഇരുവരും സമീപ പ്രദേശങ്ങളിലെ ജനങ്ങളും അവനെ മാലയിട്ട് നൃത്തവാദ്യങ്ങളോടെ സ്വീകരിച്ചു. അവൻ അവരുടെ ആരാധനാ മന്ദിരങ്ങൾ തകർത്തു, അവരുടെ വിശുദ്ധമായ ഉപവനങ്ങൾ വെട്ടിക്കളഞ്ഞു. കാരണം ജനങ്ങളെല്ലാം മെക്കദീസിനെ മാത്രം ആരാധിക്കുന്നതിനും എല്ലാ നാവുകളും ഗോത്രങ്ങളും അവനെ ദൈവമെന്ന് വിളിക്കുന്നതിനും വേണ്ടി സ്ഥലത്തെ സകല ദേവന്മാരെ നിർമൂലനം ചെയ്യണമെന്ന് ഹോളോഫർണസിനെ ആജ്ഞാപിച്ചിരുന്നു. അനന്തരം അവൻ ദോഥാനു സമീപം ഉന്നതമായ യൂദാ പർവ്വതനിരയ്ക്ക് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന എസ്ത്രയോലോണിന്റെ അതിർത്തിയിലെത്തി. അവൻ ഇവിടെ ഗേബായ്ക്കും സ്കിദോപോളിസിനും മധ്യേ പാളയം അടിച്ചു. സൈന്യത്തിന് ആവശ്യമായ വിഭവങ്ങൾ ശേഖരിക്കാൻ 1 മാസം മുഴുവൻ അവിടെ താമസിച്ചു. അധ്യായം 4. യൂദാ പ്രതിരോധത്തിന് ഒരുങ്ങുന്നു. ഇത്രയുമായപ്പോൾ അസീറിയ രാജാവായ നെബൂഖദ്നേസറിന്റെ സർവ്വസൈന്യാധിപൻ ഹോളോഫർണസ് ജനതകളോട് ചെയ്ത കാര്യങ്ങളും അവരുടെ ക്ഷേത്രങ്ങളെ കൊള്ളയടിച്ച് നശിപ്പിച്ച രീതിയും യൂദയിലെ ഇസ്രായേൽ ജനം അറിഞ്ഞു. അവന്റെ മുന്നേറ്റത്തിൽ അവർ അത്യന്തം ഭയപ്പെടുകയും ജെറുസലേമിനെയും തങ്ങളുടെ ദൈവമായ കർത്താവിന്റെ ആലയത്തെയും ഓർത്ത് പരിഭ്രമിക്കുകയും ചെയ്തു. അവർ പ്രവാസത്തിൽ നിന്നും മടങ്ങിയെത്തിയിട്ട് കുറെ കാലമേ ആയിരുന്നുള്ളൂ. യൂദാ ജനം വീണ്ടും ഒന്നുചേരുകയും അശുദ്ധമാക്കപ്പെട്ട വിശുദ്ധ പാത്രങ്ങൾ, ബലിപീഠം, ദേവാലയം എന്നിവ ശുദ്ധീകരിക്കുകയും ചെയ്തിട്ട് ഏറെക്കാലം ആയില്ല. അതിനാൽ അവർ സമരിയയിലെ ഓരോ പ്രവിശ്യയിലേക്കും കോന, ബത്ത്ഹോറോൺ, ബൽമയിൻ, ജെറിക്കോ, കോബ, അയസ്സോറ, സാലയും താഴ്വര എന്നിവിടങ്ങളിലേക്കും ദൂതന്മാരെ അയച്ചു. അവർ മലമുകളിലെ ഗ്രാമങ്ങൾ കൈയടക്കി സുരക്ഷിതമാക്കി. ഭക്ഷ്യവിഭവങ്ങൾ സംഭരിച്ച യുദ്ധത്തിനൊരുങ്ങി. കൊയ്ത്ത് കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. അക്കാലത്ത് ജെറുസലേമിലായിരുന്ന പ്രധാന പുരോഹിതൻ യോവാക്കീം ബത്തുലിയായ്ക്കും ദോഥാനു സമീപമുള്ള സമുദ്രത്തിന്റെ എതിർവശത്തെ എസ്ത്രോയോലോണിനു അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന ബെത്മോസെത്തായിമിലും വസിച്ചിരുന്ന ജനങ്ങൾക്ക് മലമ്പാതകൾ നിലയുറപ്പിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് എഴുതി. കാരണം ഇവയിലൂടെ യൂദ ആക്രമിക്കപ്പെടാം, എന്നാൽ പാത ഇടുങ്ങിയതാണ്. കഷ്ടിച്ച് രണ്ടാൾ കടക്കാനുള്ള വീതി മാത്രമേ ഉള്ളൂ. അതിനാൽ കടക്കാൻ ശ്രമിക്കുന്ന ആരെയും നിഷ്പ്രയാസം തടഞ്ഞു നിർത്താം. അങ്ങനെ പ്രധാന പുരോഹിതനായ യോവാക്കീമും ജെറുസലേമിൽ സമ്മേളിച്ച ഇസ്രായേൽ ജനത്തിന്റെ പ്രതിനിധി സഭയും പുറപ്പെടുവിച്ച കൽപ്പന അനുസരിച്ച് ഇസ്രായേൽ ജനം പ്രവർത്തിച്ചു. ഇസ്രായേലിൽ ഓരോരുത്തരും തീഷ്ണതയോടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും കഠിനമായി ഉപവസിച്ച് തങ്ങളെ തന്നെ എളിമപ്പെടുത്തുകയും ചെയ്തു. അവരും ഭാര്യമാരും കുട്ടികളും കന്നുകാലികളും അവിടെ വസിക്കുന്ന വിദേശികളും കൂലി വേലക്കാരും വിലയ്ക്ക് വാങ്ങിയ അടിമകളും എല്ലാവരും ചാക്കൊടുത്തു. ജെറുസലേമിൽ ഉണ്ടായിരുന്ന ഇസ്രായേലിലെ എല്ലാ പുരുഷന്മാരും സ്ത്രീകളും കുഞ്ഞുങ്ങളും ദേവാലയത്തിന്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ചു. അവർ തലയിൽ ചാരം വിതറി തങ്ങളുടെ ചാക്കുവസ്ത്രം കർത്താവിന്റെ മുൻപിൽ വിരിച്ചു. ബലിപീഠത്തിന് ചുറ്റും ചാക്കുവസ്ത്രം നിരത്തി തങ്ങളുടെ കുഞ്ഞുങ്ങളെ അവർക്കിരയാക്കരുതെന്നും ഭാര്യമാരെ അവരുടെ കവർച്ച മുതലാക്കരുതെന്നും അവകാശമായി തങ്ങൾ നിർമ്മിച്ച നഗരങ്ങൾ നശിപ്പിക്കപ്പെടരുതെന്നും വിജാതിയുടെ നീച സന്തോഷങ്ങൾക്കായി തങ്ങളുടെ വിശുദ്ധ സ്ഥലം അശുദ്ധമാക്കാൻ ഇടയാക്കരുതെന്നും അവർ ഏകസ്വരത്തിൽ ഇസ്രായേലിന്റെ ദൈവത്തോട് കേണപേക്ഷിച്ചു. കർത്താവ് അവരുടെ പ്രാർത്ഥന കേട്ടു, അവരുടെ ക്ലേശങ്ങൾ കാണുകയും ചെയ്തു. യൂദയായിലും ജെറുസലേമിലുമുള്ള ജനം സർവശക്തനായ കർത്താവിന്റെ വിശുദ്ധ മന്ദിരത്തിന് മുൻപിൽ അനേക ദിവസം ഉപവസിച്ചു. പ്രധാന പുരോഹിതൻ യോവാക്കീം കർത്താവിന്റെ മുൻപിൽ ശുശ്രൂഷ ചെയ്ത എല്ലാ പുരോഹിതന്മാരും ചാക്കൊടുത്തു. അനുദിന ദഹനബലി അർപ്പിക്കുകയും ജനത്തിന് നേർച്ചകളും സ്വാഭിഷ്ട കാഴ്ചകളും സമർപ്പിക്കുകയും ചെയ്തു. അവൻ തലപ്പാവുകളിൽ ചാരമണിഞ്ഞു ഇസ്രായേൽ ഭവനത്തെ കരുണാപൂർവ്വം കടാക്ഷിക്കണമെന്ന് കർത്താവിനോട് ഉറക്കെ വിളിച്ചപേക്ഷിച്ചു. അധ്യായം 5. ഹോളോഫർണസിന്റെ യുദ്ധാലോചന. ഇസ്രായേൽ ജനം മലമ്പാതകൾ അടച്ച് ഗിരിശൃംഗങ്ങൾ സുശക്തമാക്കി സമുദ്രങ്ങളിൽ പ്രതിരോധങ്ങൾ ഏർപ്പെടുത്തി യുദ്ധത്തിന് തയ്യാറായിരിക്കുന്നുവെന്ന് അസീറിയൻ സൈന്യാധിപൻ ഹോളോഫർണസ് കേട്ടു. അവന് കഠിനമായ കോപമുണ്ടായി. അവൻ മൊവാബിലെ പ്രഭുക്കന്മാരെയും അമ്മോനിലെ സൈന്യാധിപന്മാരെയും തീരപ്രദേശങ്ങളിലെ ഭരണകർത്താക്കളെയും വിളിച്ചു കൂട്ടി അവരോട് പറഞ്ഞു, കനാന്യരെയും മലമ്പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ഈ ജനം ഏതെല്ലാം നഗരങ്ങളിലാണ് അവർ വസിക്കുന്നത്? അവരുടെ സൈന്യം എത്രത്തോളം വലുതാണ്? അവരുടെ പ്രതാപവും ശക്തിയും എന്തിലടങ്ങിയിരിക്കുന്നു? അവരുടെ സൈന്യത്തെ നയിക്കുകയും രാജാവ് എന്ന നിലയിൽ അവരെ ഭരിക്കുകയും ചെയ്യുന്നത് ആരാണ്?
പശ്ചിമദിക്കിൽ വസിക്കുന്നവരിൽ ഇവർ മാത്രം എന്നെ വന്നു കാണാൻ വിസമ്മതിച്ചത് എന്തുകൊണ്ടാണ്? അഖിയോറിന്റെ ഉപദേശം. അമ്മോന്യരുടെ നേതാവ് അഖിയോർ പറഞ്ഞു, യജമാനൻ ഈ ദാസന്റെ വാക്കു കേട്ടാലും സമീപം മലമ്പ്രദേശത്ത് ജീവിക്കുന്ന ഈ ജനത്തിന്റെ സത്യാവസ്ഥ ഞാൻ പറയാം. ഈ ദാസൻ അസത്യം പറയുകയില്ല. കൽദയ വംശത്തിൽപ്പെട്ടവരാണ് ഈ ജനം. കൽദയായിൽ വസിച്ചിരുന്ന തങ്ങളുടെ പിതാക്കന്മാരുടെ ദേവന്മാരെ ആരാധിക്കാൻ വിസമ്മതിച്ചതിനാൽ ഒരു കാലത്ത് അവർക്ക് മെസൊപ്പൊട്ടാമിയയിൽ പോയി താമസിക്കേണ്ടി വന്നു. ഇവർ പൂർവികന്മാരുടെ മാർഗങ്ങൾ ഉപേക്ഷിച്ച് തങ്ങൾക്ക് അറിയാൻ ഇടയായ സ്വർഗസ്വനായ ദൈവത്തെ ആരാധിച്ചു. അതിനാൽ അവരുടെ ദേവന്മാരുടെ മുമ്പിൽ നിന്നും ഇവർ പുറന്തള്ളപ്പെടുകയും മെസൊപ്പൊട്ടാമിയയിലേക്ക് ഓടിപ്പോയി അവിടെ ദീർഘകാലം വസിക്കുകയും ചെയ്തു. തങ്ങൾ ജീവിച്ചിരുന്ന സ്ഥലം വിട്ട് കാനാൻ എന്ന ദേശത്തേക്ക് പോകാൻ അവരുടെ ദൈവം കൽപ്പിച്ചു. അവിടെ വാസമർപ്പിച്ച് അവർ ധാരാളം സ്വർണവും വെള്ളിയും കന്നുകാലികളും കൊണ്ട് സമ്പന്നരായി. കാനാനിൽ ക്ഷാമം ബാധിച്ചപ്പോൾ അവർ ഈജിപ്തിലേക്ക് പോവുകയും ഭക്ഷണം ലഭിച്ച കാലം അത്രയും അവിടെ പാർക്കുകയും ചെയ്തു. അവർ അവിടെ എണ്ണമറ്റ ഒരു വലിയ സമൂഹമായി വർദ്ധിച്ചു. അതിനാൽ ഈജിപ്തിലെ രാജാവ് അവരെ വെറുത്തു. അവൻ അവരെ ഇഷ്ടിക നിർമ്മിക്കാൻ നിയോഗിച്ച് അടിമകളാക്കി പീഡിപ്പിച്ച് മുതലെടുത്തു. അപ്പോൾ അവർ തങ്ങളുടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും അവിടുന്ന് ധീരാവ്യാധികളിൽ ഈജിപ്തിനെ മുഴുവൻ പീഡിപ്പിക്കുകയും ചെയ്തു. ഈജിപ്തുകാർ തങ്ങളുടെ കൺമുമ്പിൽ നിന്നും അവരെ ആട്ടിപ്പായിച്ചു. ദൈവം അവരുടെ മുമ്പിൽ ചെങ്കടലിനെ പറ്റിച്ചു. അവിടുന്ന് സീനായി, കത്സ്ബാർനിയ എന്നിവിടങ്ങളിലൂടെ അവരെ നയിക്കുകയും മരുഭൂമിയിൽ ജീവിച്ചിരുന്നവരെ ഓടിച്ചു കളയുകയും ചെയ്തു. അങ്ങനെ അവർ അമോര്യരുടെ നാട്ടിൽ വസിച്ചു. അവർ തങ്ങളുടെ ശക്തി കൊണ്ട് ഹെഷ്ബോൺ നിവാസികളെ നശിപ്പിച്ചു. ജോർദാൻ കടന്നു മലമ്പ്രദേശമാകെ കൈവശപ്പെടുത്തി. കനാന്യർ, പെരീസ്യർ, ജബൂസ്യർ, ഷെക്കേംകാർ, ഗിർഗാഷ്യർ എന്നിവരെ തുരുത്തി. ദീർഘകാലം അവർ അവിടെ പാർത്തു. തങ്ങളുടെ ദൈവത്തിനെതിരായി പാപം ചെയ്യാതിരുന്നിടത്തോളം കാലം അവർക്ക് അപവൃത്തി ഉണ്ടായി. പാപത്തെ വെറുക്കുന്ന ദൈവം അവരോട് കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ അവിടുന്ന് നിർദ്ദേശിച്ച പാതയിൽ നിന്ന് വ്യതിചലിച്ചപ്പോൾ അനേകം യുദ്ധങ്ങളിൽ അവർ ദയനീയമായ പരാജയം അടഞ്ഞു. അവർക്ക് വിദേശങ്ങളിലേക്ക് അടിമകളായി പോകേണ്ടി വരുന്നു. ശത്രുക്കൾ അവരുടെ ദൈവത്തിന്റെ ആലയം നിലം പരിശാക്കുകയും നഗരങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ അവർ തങ്ങളുടെ ദൈവത്തിലേക്ക് മടങ്ങി വരികയും ചിതറിക്കപ്പെട്ടു പോയ ദിക്കുകളിൽ നിന്നും തിരിച്ചു വരികയും വിശുദ്ധമന്ദിരം സ്ഥിതി ചെയ്യുന്ന ജെറുസലേം കൈവശമാക്കുകയും വിജനമായ മലമ്പ്രദേശത്തേക്ക് വാസമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ എന്റെ യജമാനായ പ്രഭു, അറിവ് കൂടാതെ വല്ല പിഴകളും ഇപ്പോൾ ഈ ജനത്തിന് വന്നു പോയിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ ദൈവത്തിനെതിരായി അവർ പാപം ചെയ്യുകയും നാം അത് കണ്ടുപിടിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നമുക്ക് ചെന്ന് അവരെ തോൽപ്പിക്കാം. എന്നാൽ അവരുടെ ദേശത്തെ ഒരു അതിക്രമവും ഇല്ലെങ്കിൽ എന്റെ യജമാനൻ അവരെ വിട്ടുപോയാലും അവരുടെ കർത്താവ് അവരെ രക്ഷിക്കും. അവരുടെ ദൈവം അവരെ കാത്തു സൂക്ഷിക്കും. നാം ലോകസംരക്ഷണം ലജ്ജിതരാവും. അഖിയോർ ഇത് പറഞ്ഞു തീർന്നപ്പോൾ പാളയത്തിന്റെ ചുറ്റും നിന്നവർ ആവലാതിപ്പെട്ടു തുടങ്ങി. ഹോളോഫർണസിന്റെ സേനാനായകന്മാരും കടൽത്തീരത്ത് നിന്നും മൊവാബിൽ നിന്നും വന്നവരും അവനെ വധിക്കണമെന്ന് നിർബന്ധം പിടിച്ചു. അവർ പറഞ്ഞു, ഇസ്രായേലിനെ ഞങ്ങൾ ഭയപ്പെടുകയില്ല. യുദ്ധം ചെയ്യുന്നതിന് ശക്തിയോ കഴിവോ ഇല്ലാത്ത ജനതയാണ് അവർ. ഹോളോഫർണസ് പ്രഭു, നമുക്ക് കയറി ചെല്ലാം. അങ്ങയുടെ വൻപിച്ച സൈന്യം അവരെ ഗ്രസിക്കും. അധ്യായം 6. അഖിയോറിനെ യഹൂദർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു. ആലോചന സംഘത്തിന് പുറത്തുണ്ടായിരുന്നവരുടെ കോലാഹലം നിലച്ചപ്പോൾ അസീറിയൻ സൈന്യാധിപൻ ഹോളോഫർണസ് ആഖിയോറിനോടും മോവാബ്യരോടും വിദേശികളുടെ മുമ്പിൽ വെച്ച് പറഞ്ഞു, ആഖിയോറെ, എഫ്രായിം കൂലികളെ, ഇസ്രായേൽ ജനതയെ രക്ഷിക്കാൻ അവരുടെ ദൈവമുള്ളത് കൊണ്ട് അവരോട് യുദ്ധത്തിന് പോകരുതെന്ന് ഞങ്ങളോട് പറയാൻ നിങ്ങൾ ആരാണ്? നെബൂഖദ്നേസറിനല്ലാതെ മറ്റാരാണ് ദൈവം? അവൻ സൈന്യത്തെ അയച്ച് അവരെ ഭൂമുഖത്ത് നിന്ന് നിർമ്മാർജ്ജനം ചെയ്യും. അവരുടെ ദൈവം അവരെ രക്ഷിക്കുകയില്ല. രാജസേവകന്മാരായ ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് അവരെ നശിപ്പിക്കും. ഞങ്ങളുടെ കുതിരപ്പടയുടെ ശക്തിയെ ചെറുത്തു നിൽക്കാൻ അവർക്ക് സാധിക്കുകയില്ല. ഞങ്ങൾ അവരെ അഗ്നിക്കിരയാക്കും. അവരുടെ മലകൾ അവരുടെ രക്തം കുടിച്ച് മരിക്കും. വയലുകൾ അവരുടെ മൃതശരീരങ്ങൾ കൊണ്ട് നിറയും. ഞങ്ങളെ ചെറുത്തു നിൽക്കാൻ അവർക്ക് കഴിവുണ്ടാവുകയില്ല. അവർ നിശേഷം നശിക്കും. ലോകം മുഴുവന്റെ നാഥനായ മെക്കോദോസ് രാജാവിന്റെ വചനമാണിത്. അവനാണ് സംസാരിക്കുന്നത്. അവന്റെ വാക്കുകൾ നിഷ്ഫലമാവുകയില്ല. എന്നാൽ അഖിയോറെ, അമ്മോന്യരുടെ കൂലിക്കാരനായ നീ ഇന്ന് പറഞ്ഞ ദ്രോഹം
ദ്രോഹകരമാണ്. അതുകൊണ്ട് ഇന്നു മുതൽ ഈജിപ്തിൽ നിന്നും പുറപ്പെട്ടു വന്ന ഈ വംശത്തിന്റെ മേൽ ഞാൻ പ്രതികാരം ചെയ്യുന്ന ദിനം വരെ നീ എന്റെ മുഖം ദർശിക്കുകയില്ല. ഞാൻ മടങ്ങി വരുമ്പോൾ എന്റെ സൈന്യത്തിന്റെ വാളും എന്റെ ഭൃത്യന്മാരുടെ കുന്തവും ഏറ്റു ശരീരം പിളർന്ന് നീ അവരുടെ പിണകളുടെ കൂടെ വീഴും. ഇപ്പോൾ എന്റെ അടിമകൾ നിന്നെ ആ മലമ്പ്രദേശത്തെ പാതകൾ സമീപത്തെ നഗരങ്ങളിൽ ഒന്നിൽ പാർപ്പിക്കാൻ പോവുകയാണ്. അവരോടൊപ്പം നശിക്കുന്നത് വരെ നീ മരിക്കുകയില്ല. അവർ പിടിക്കപ്പെടുകയില്ലെന്ന് സത്യമായും വിശ്വസിക്കുന്നെങ്കിൽ നീ മുഖം താഴ്ത്തിയിരിക്കുന്നത് എന്തിന്? ഞാനാണ് പറഞ്ഞത്, എന്റെ വാക്കുകളിൽ ഒന്നുപോലും പാഴാവുകയില്ല. അനന്തരം ആഖ്യോറിനെ പിടിച്ചു കൊണ്ടുപോയി ബത്തുലിയയിലെ ഇസ്രായേൽ ജനതയെ ഏൽപ്പിക്കാൻ ഹോളോഫർണസ് പാളയത്തിൽ തന്റെ പരിചാരകനായ അടിമകളോട് ആജ്ഞാപിച്ചു. അവർ അവനെ പാളയത്തിൽ നിന്നും സമതലത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്നും അവൻ മലനാട്ടിലേക്ക് കയറി ബത്തുലിയയിലെ താഴ്വരകളിലെ അരുവികൾക്കരികെ എത്തി. നഗരവാസികൾ അവരെ കണ്ട ഉടനെ ആയുധങ്ങൾ കയ്യിലെടുത്തു ഓടി കുന്നിൻ മുകളിലെത്തി. കവണക്കാർ കല്ലുകൾ എറിഞ്ഞു. അവർ മുകളിലേക്ക് കടക്കാതെ തടഞ്ഞു. എങ്കിലും അവർ മലഞ്ചെരുവിൽ സുരക്ഷിത സ്ഥാനത്തെത്തി. അഖ്യോറിനെ ബന്ധിച്ച് കുന്നിന്റെ അടിവാരത്തിൽ ഉപേക്ഷിച്ചിട്ട് യജമാന സന്നിധിയിലേക്ക് അവർ മടങ്ങി. ഇസ്രായേൽ ജനം നഗരത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അവനെ കണ്ടു. അവർ അവന്റെ കെട്ടുകൾ അഴിച്ച് ബത്തുലിയയിൽ കൊണ്ടുവന്ന് നഗരത്തിലെ നീതിപീഠത്തിന് മുമ്പിൽ നിർത്തി. ഷിമെയോൻ ഗോത്രജനായ മിക്കായുടെ പുത്രൻ ഉസിയ, ഗൊത്തോനിയോലിന്റെ പുത്രൻ കബ്രീസ്, മെൽക്കിയേലിന്റെ പുത്രൻ കാർമീസ് എന്നിവരായിരുന്നു അക്കാലത്തെ നീതിപാലകന്മാർ. അവർ നഗരത്തിലെ ശ്രേഷ്ഠന്മാരെ വിളിച്ചുകൂട്ടി. അവരുടെ യുവാക്കളും സ്ത്രീകളും സഭയിൽ ഓടിയെത്തി. ആഖ്യോർ ജനമധ്യത്തിലേക്ക് ആനയിക്കപ്പെട്ടു. സംഭവിച്ചെന്തെന്ന് ഉസിയ അവനോട് ആരാഞ്ഞു. ഹോളോഫർണസിന്റെ സദസ്സിൽ നടന്നതും അസീറിയൻ നേതാക്കന്മാരുടെ മുമ്പിൽ താൻ പറഞ്ഞതും ഇസ്രായേൽ ഭവനത്തിനെതിരെ അങ്ങേയറ്റം ധിക്കാരത്തോടെ ഹോളോഫർണസ് ജൽപ്പിച്ചതുമായ കാര്യങ്ങൾ അവൻ വെളിപ്പെടുത്തി. അപ്പോൾ ജനം ദൈവത്തെ സാഷ്ടാംഗം നമസ്കരിച്ച് ആരാധിച്ചു. അവർ അവിടത്തോട് നിലവിളിച്ച് അപേക്ഷിച്ചു, സ്വർഗത്തിന്റെ ദൈവമായ കർത്താവേ, അവരുടെ അഹങ്കാരം കാണണമേ. ഞങ്ങളുടെ ജനത്തിനെ ഏൽപ്പിക്കുന്ന അപമാനത്തെ ഓർത്ത് അവിടുന്ന് കരുണ കാണിക്കണമേ. അവിടുത്തെ സമർപ്പിത ജനതയെ കടാക്ഷിക്കണമേ. അവർ അഖ്യോറിനെ ആശ്വസിപ്പിക്കുകയും മുക്തകണ്ഠം പ്രശംസിക്കുകയും ചെയ്തു. ഉസിയ അവനെ സദസ്സിൽ നിന്നും തന്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോവുകയും ശ്രേഷ്ഠന്മാർക്ക് ഒരു വിരുന്ന് നൽകുകയും ചെയ്തു. തങ്ങളെ സഹായിക്കണമേ എന്ന് അവർ രാത്രി മുഴുവൻ ഇസ്രായേലിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. അധ്യായം 7. ബത്തുലിയ ഉപരോധിക്കുന്നു. അടുത്ത ദിവസം ഹോളോഫർണസ് തന്റെ സൈന്യത്തോടും തന്നോട് ചേർന്ന സഖ്യകക്ഷികളോടും പാളയം വിട്ട് ബത്തുലിയക്കെതിരെ നീങ്ങാനും മലമ്പ്രദേശത്തേക്ക് പാതകൾ പിടിച്ചെടുക്കാനും ഇസ്രായേലിയരോട് യുദ്ധം ആരംഭിക്കാനും കൽപ്പിച്ചു. അവരുടെ പോരാളികൾ അന്ന് തന്നെ പാളയം വിട്ടു മുന്നേറി. 1,70,000 കാലാളും 12,000 കുതിരപ്പടയാളും കൂടാതെ സാധന സാമഗ്രികൾ വഹിക്കുന്ന ഭടന്മാരുടെ ഒരു വലിയ സമൂഹവും അടങ്ങിയതായിരുന്നു ആ സൈന്യം. ബത്തുലിയയ്ക്ക് സമീപം താഴ്വരയിൽ അരുവിയുടെ കരയിൽ അവർ പാളയം അടച്ചു. സൈന്യം ധോദാനിൽ ബൽബായും വരെ വീതിയിലും ബത്തുലിയ മുതൽ എസ്രായേലോണിന് അഭിമുഖമുള്ള കമോൺ വരെ നീളത്തിലും വ്യാപിച്ചു. ആ വൻപിച്ച സൈന്യത്തെ കണ്ട് ഇസ്രായേലിയർ ഭയവിഹലരായി പരസ്പരം പറഞ്ഞു, ഇവർ നമ്മുടെ നാട് മുഴുവൻ വിഴുങ്ങിക്കളയും. ഇവരുടെ ഭാരം താങ്ങാൻ പോലും ശക്തി മലകൾക്കോ താഴ്വരകൾക്കോ കുന്നുകൾക്കോ ഇല്ല. പിന്നീട് ഓരോരുത്തരും തങ്ങളുടെ ആയുധങ്ങളെടുത്ത് ഗോപുരങ്ങളിൽ ആഴികൂട്ടി രാത്രി മുഴുവൻ കാവൽ നിന്നു. 2-ാം ദിവസം ഹോളോഫർണസ് ബത്തുലിയയിലെ ഇസ്രായേലിയർ നോക്കി നിൽക്കെ തന്റെ കുതിരപ്പടയെ നയിച്ചു. നഗരത്തിലേക്കുള്ള വഴികൾ പരിശോധിക്കുകയും അവർക്ക് വെള്ളം നൽകിയിരുന്ന നീർച്ചാലുകൾ സന്ദർശിച്ച് പിടിച്ചടക്കി കാവൽ ഏർപ്പെടുത്തുകയും ചെയ്തു. അനന്തരം അവൻ തന്റെ സൈന്യത്തിലേക്ക് മടങ്ങി. ഏസാവിന്റെ സന്തതികളുടെ നേതാക്കന്മാരും ഓവാബിയരുടെ തലവന്മാരും തീരദേശത്തെ സൈന്യാധിപന്മാരും അവനെ സമീപിച്ചു പറഞ്ഞു, പ്രഭു, ഞങ്ങളുടെ സൈന്യം പരാജയപ്പെടാതിരിക്കേണ്ടതിന് ഈ വാക്ക് ശ്രദ്ധിച്ചാലും. ഈ ഇസ്രായേൽ ജനം ആശ്രയം വെച്ചിരിക്കുന്ന അവരുടെ കുന്തങ്ങളിലെല്ലാം തങ്ങൾ വസിക്കുന്ന മലകളുടെ ഉയരത്തിലാണ്. അവയുടെ മുകൾ പരിപ്പിന് എത്തുക എളുപ്പമല്ല. അതിനാൽ പ്രഭു, നേരിട്ടുള്ള യുദ്ധം ഒഴിവാക്കിയാൽ സൈന്യത്തിൽ ഒരാളും അങ്ങയ്ക്ക് നഷ്ടപ്പെടുകയില്ല. അങ്ങ് പാളയത്തിൽ ഇരിക്കുക.
ഭടന്മാരെല്ലാം അങ്ങയോടൊത്തുണ്ടായിരിക്കട്ടെ. മലയുടെ അടിവാരത്തിൽ നിന്നും പ്രവഹിക്കുന്ന അരുവി കൈവശപ്പെടുത്തുവാൻ ഈ ദാസന്മാരെ അനുവദിക്കുക. ഇവിടെ നിന്നാണല്ലോ ബത്തുരിയയിലെ ജനങ്ങൾക്കെല്ലാം ജലം ലഭിക്കുന്നത്. അങ്ങനെ ദാഹം കൊണ്ട് അവർ നശിക്കും, അവർ നഗരം വിട്ടൊഴിയും. ഞങ്ങളും ഞങ്ങളുടെ ആളുകളും സമീപത്തുള്ള മലകളുടെ മുകളിലേക്ക് പോകാം. ആരും നഗരത്തിൽ നിന്നും രക്ഷപ്പെടാതിരിക്കാൻ അവിടെ പാളയം പഠിച്ച് കാവൽ നിൽക്കാം. അവരും ഭാര്യമാരും കുഞ്ഞുങ്ങളും ക്ഷാമത്തിൽ നശിക്കും. വാളിറക്കാതെ തന്നെ തങ്ങൾ വസിക്കുന്ന തെരുവുകളിൽ അവരുടെ മൃതദേഹങ്ങൾ ചേറിക്കിടക്കും. അങ്ങനെ അങ്ങേക്ക് അവരോട് കഠിനമായ പ്രതികാരം ചെയ്യാം, കാരണം അവർ അങ്ങയെ എതിർത്തു, സമാധാനത്തോടെ അങ്ങയെ സ്വീകരിച്ചില്ല. ഹോളോഫർണസിനും സേവകന്മാർക്കും ഈ വാക്കുകൾ സന്തോഷപ്രദമായി. അങ്ങനെ ചെയ്യാൻ അവൻ കൽപ്പന നൽകി. അമോന്യരുടെ സൈന്യം അസീറിയയുടെ 5000 ഭരന്മാരോടുകൂടെ മുൻപോട്ട് നീങ്ങി താഴ്വരയിൽ പാളം പടിക്കുകയും ഇസ്രായേലിന്റെ അരുവികളും ശാലുകളും കൈവശപ്പെടുത്തുകയും ചെയ്തു. ഏസാവിന്റെ അമ്മോന്റെയും സന്തതികൾ മുകളിലെത്തി ദോതാനെതിരെയുള്ള മലനാട്ടിൽ പാളയം പഠിച്ചു. അവരുടെ ആളുകളിൽ ചിലരെ തെക്കോട്ടും കിഴക്കോട്ടും മഗ്മൂർ അരുവിയുടെ കരയിൽ കൂസിക്കു സമീപം അക്രാബായിലേക്കും അയച്ചു. ബാക്കി അസീറിയൻ സൈന്യം സമതലത്തിൽ പാളയം പഠിക്കുകയും ആ പ്രദേശമാകെ നിറയുകയും ചെയ്തു. അവരുടെ കൂടാരങ്ങളും ഭക്ഷ്യവിഭവങ്ങളുടെ വാഹനങ്ങളും അസംഖ്യമായിരുന്നു. അവർ ഒരു വലിയ സമൂഹമായിരുന്നു. ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ട രക്ഷാമാർഗമൊന്നും കാണാതെ ധൈര്യം ക്ഷയിച്ച് ഇസ്രായേൽ ജനം ദൈവമായ കർത്താവിനോട് നിലവിളിച്ചു. ധാരാളം തേരുകളും കുതിരപ്പടകളും ഉൾപ്പെട്ട അസീറിയൻ സൈന്യം ബത്തുലിയക്കാർ വെള്ളം നിറച്ചു വെച്ച പാത്രങ്ങളിലെല്ലാം ശൂന്യമാകുന്നവരെ 34 ദിവസം അവരെ ഉപരോധിച്ചു. അവരുടെ ജലസംഭരണികൾ പറ്റി വരണ്ടു. ഒരു ദിവസമെങ്കിലും തൃപ്തിയാവോളം കുടിക്കാൻ അവർക്ക് വെള്ളം ഇല്ലാതായി. അവർക്ക് കുടിക്കാൻ കൊടുത്തിരുന്നത് അളന്നാണ്. അവരുടെ കുഞ്ഞുങ്ങൾക്ക് ആശയേറ്റു. സ്ത്രീകളും യുവാക്കളും നഗരവീതികളിലും പടിവാതിൽക്കലും ദാഹം മൂലം മൂർച്ഛിച്ചു വീണു. അല്പം പോലും ശക്തി അവരിൽ അവശേഷിച്ചില്ല. അപ്പോൾ യുവാക്കന്മാരും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ജനമെല്ലാം ഉസിയായുടെയും നഗരാധിപന്മാരുടെയും ശ്രേഷ്ഠന്മാരുടെയും മുമ്പിൽ വെച്ച് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദൈവമായിരിക്കട്ടെ നിങ്ങൾക്കും ഞങ്ങൾക്കും മധ്യേ വിധി കർത്താവും. അസീറിയക്കാരോട് സഖ്യം ചെയ്യാതിരുന്ന നിങ്ങൾ ഞങ്ങളുടെ വലിയ ദ്രോഹമാണ് ചെയ്തത്. ഇപ്പോൾ ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല. ദാഹത്താലും കൊടിയ നാശത്താലും അവരുടെ മുമ്പിൽ നിലത്തു ചിതറാൻ ദൈവം ഞങ്ങളെ അവർക്ക് വിറ്റിരിക്കുകയാണ്. ഉടനെ ഹോളോഫർണസിനെയും സൈന്യം മുഴുവനെയും വിളിച്ചു വരുത്തി നഗരം അടിയറ വയ്ക്കുക. അവർ കൊള്ളയടിക്കട്ടെ. അവരുടെ തടവുകാരായിരിക്കുന്നതാണ് ഭേദം. അടിമകളായാലും ഞങ്ങളുടെ ജീവൻ രക്ഷിക്കപ്പെടുമല്ലോ. ഞങ്ങളുടെ ശിശുക്കൾ മുമ്പിൽ വീണ് മരിക്കുന്നത് ഞങ്ങൾ സാക്ഷികളാവുകയോ ഭാര്യമാരും കുട്ടികളും അന്ത്യശ്വാസം വലിക്കുന്നത് കാണുകയോ വേണ്ടല്ലോ. ഞങ്ങളുടെയും ഞങ്ങളുടെ പിതാക്കന്മാരുടെയും പാപങ്ങൾക്ക് ഞങ്ങളെ ശിക്ഷിക്കുന്ന ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെയും സ്വർഗത്തെയും ഭൂമിയെയും നിങ്ങൾക്കെതിരെ സാക്ഷി പറയാൻ ഞങ്ങൾ വിളിക്കുന്നു. ഞങ്ങൾ വിവരിച്ചതൊന്നും അവിടുന്ന് ഇന്ന് ചെയ്യാതിരിക്കട്ടെ. സദസ്സിലാകെ വലിയ വിലാപം ഉയർന്നു. അവർ ദൈവമായ കർത്താവിനോട് ഉച്ചത്തിൽ നിലവിളിച്ചു. അവരോട് പറഞ്ഞു, എന്റെ സഹോദരന്മാരെ, ധൈര്യമായിരിക്കുവിൻ. 5 ദിവസം കൂടെ പിടിച്ചു നിൽക്കാം. അതിനു മുമ്പേ നമ്മുടെ ദൈവമായ കർത്താവ് അവിടുത്തെ കൃപ വീണ്ടും നമ്മുടെ മേൽ ചൊരിയും. അവിടുന്ന് നമ്മെ നിശേഷം കൈവിടുകയില്ല. എന്നാൽ ഈ ജനങ്ങൾ ഒരു സഹായവും ലഭിക്കാതെ കടന്നുപോയാൽ ഞാൻ നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യാം. അനന്തരം അവൻ ജനത്തെ അവരുടെ സ്ഥാനത്തേക്ക് അയക്കുകയും അവർ നഗരത്തിന്റെ മതിലുകളിലും ഗോപുരങ്ങളിലും കയറി സ്ഥാനമുറപ്പിക്കുകയും ചെയ്തു. അവൻ സ്ത്രീകളെയും കുട്ടികളെയും വീട്ടിലേക്ക് അയച്ചു. നഗരമാകെ നൈരാശ്യത്തിലാണ്ടു. ഞാൻ വായിച്ചോളാം. 8 സ്ക്രീൻ ഷെയർ ചെയ്യാൻ ആരുമില്ലായിരുന്നു. അന്ന് അമ്മ ഉറങ്ങുമെന്ന് തോന്നുന്നു. പറ്റുവാണെങ്കിൽ ഒന്ന് ചെയ്ത്. ഞാൻ നോക്കിട്ട് മാറുന്നില്ല. ഓക്കെ, അവര് പിള്ളേരെ എഴുന്നേക്കുന്നു. 8 അധ്യായം. അക്കാലത്ത് യൂദി തീക്കാര്യങ്ങൾ കേട്ടു. മൊറാറിയുടെ മകളായിരുന്നു അവൾ. മൊറാറിയുടെ പൂർവികർ തലമുറക്രമത്തിൽ ഓക്സ്, ജോസഫ്, ഉസിയേൽ, എൽക്കിയ, അനനിയാസ്, ഗെദിയോൻ, എഫ്രായിം, അഹിത്തൂബ്, ഏലിയ, ഹിൽക്കിയ, എലിയാബ്, നെഥാനയേൽ, സലാമിയേൽ, സരസായക്, ഇസ്രായേൽ. യൂദിത്തിന്റെ ഭർത്താവ് മനാസെ അവളുടെ കുടുംബത്തിലും ഗോത്രത്തിലും പെട്ടവനായിരുന്നു. ബാല്യക്കോയത്തിന്റെ കാലത്ത് അവൻ മരണമടഞ്ഞു. വയലിൽ
കെട്ടുന്നതിനു മേൽനോട്ടം വഹിക്കുമ്പോൾ അവൻ കഠിനമായ ചൂടേറ്റു വീണു. ശയ്യാവലംബയായ അവൻ സ്വനഗരമായ ബെത്തൂലിയായിൽ വെച്ച് മരണമടഞ്ഞു. അവർ അവനെ ദോഥാനും ബാലാമോനും മധ്യയിൽ ഉള്ള വയലിൽ പിതാക്കന്മാരോടുകൂടി സംസ്കരിച്ചു. വിധവയായി തീർന്ന യൂദിത്ത് 3 കൊല്ലവും 4 മാസവും വീട്ടിൽ താമസിച്ചു. അവൾ പുരമുകളിൽ ഒരു കൂടാരം നിർമ്മിച്ചു. അരയിൽ ചാക്ക് ചുറ്റുകയും വൈധവ്യ വസ്ത്രങ്ങൾ ധരിക്കുകയും ചെയ്തു. വിധവയായതിനു ശേഷം സാപത്തിന്റെ തലേനാളും സാപത്തും അമാവാസിയുടെ തലേനാളും അമാവാസിയും ഉത്സവ ദിനങ്ങളും ഇസ്രായേൽ ജനത്തിന്റെ ആഹ്ലാദ ദിനങ്ങളും ഒഴികെ മറ്റെല്ലാ ദിവസവും അവൾ ഉപവാസം അനുഷ്ഠിച്ചു. അവൾ സുന്ദരിയും ആകർഷകമായ മുഖശോഭയുള്ളവളുമായിരുന്നു. ഭർത്താവായ മനാസയുടെ വകയായി അവൾക്ക് സ്വർണവും വെള്ളിയും ദാസീദാസന്മാരും കന്നുകാലികളും വയലുകളും ലഭിച്ചു. അവൾ ഈ സമ്പത്ത് പരിപാലിച്ചു പോന്നു. ദൈവത്തോട് അതീവ ഭക്തി ഉണ്ടായിരുന്ന അവളെ ആരും ദുഷിച്ചില്ല. ജലക്ഷാമം കൊണ്ട് തളർന്ന ജനം ഭരണാധികാരിയുടെ മേൽ ചൊരിഞ്ഞ നീചമായ വാക്കുകളും 5 ദിവസം കഴിഞ്ഞ് നഗരം അസൂരിയായി അടിയറ വയ്ക്കാമെന്ന് ഉസിയ അവരോട് ആണിയിട്ട് പറഞ്ഞതും യൂദിത്ത് കേട്ടു. അവൾ തന്റെ വസ്തുവകളുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ദാസിയെ അയച്ച് നഗരശ്രേഷ്ഠന്മാരായ കാബ്രീസിനെയും കാർമീസിനെയും വിളിപ്പിച്ചു. അവൾ അവരോട് പറഞ്ഞു, ബെത്തൂലിയ ജനത്തിന്റെ ഭരണാധികാരികളെ ശ്രദ്ധിച്ചു കേൾക്കുവിൻ. ഇന്ന് ഞങ്ങൾ ജനത്തോട് പറഞ്ഞത് ശരിയല്ല. നിർദ്ദിഷ്ട കാലാവധിക്കുള്ളിൽ കർത്താവ് തിരിഞ്ഞു നമ്മെ സഹായിക്കാത്ത പക്ഷം നഗരം ശത്രുക്കൾക്ക് അടിയറ ചൊലിച്ചു കൊള്ളാമെന്ന് നിങ്ങൾ ദൈവത്തെയും നിങ്ങളെയും സാക്ഷിയാക്കി ആണയിട്ട് വാഗ്ദാനം ചെയ്തു. ഇന്ന് ദൈവത്തെ പരീക്ഷിക്കുകയും മനുഷ്യരുടെ മുൻപിൽ ദൈവത്തിന്റെ സ്ഥാനത്ത് നിങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്തിരിക്കുന്ന നിങ്ങൾ ആരാണ്? സർവശക്തനായ കർത്താവിനെ നിങ്ങൾ പരീക്ഷിക്കുന്നു, എന്നാൽ നിങ്ങൾ ഒരിക്കലും ഗ്രഹിക്കുകയില്ല. മനുഷ്യഹൃദയങ്ങളുടെ ഉള്ളറയിൽ പ്രവേശിച്ച് അവൻ ചിന്തിക്കുന്നതെന്ന് കണ്ടുപിടിക്കുവാൻ നിങ്ങൾക്കാവില്ല. ഇവയെല്ലാം ഉണ്ടാക്കിയ ദൈവത്തെ പരീക്ഷിക്കാമെന്നും അവിടുത്തെ മനസ്സ് കാണുകയും ചിന്ത മനസ്സിലാക്കുകയും ചെയ്യാമെന്നും നിങ്ങൾ വിചാരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? എന്റെ സഹോദരന്മാരെ, പാടില്ല. നമ്മുടെ ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിക്കരുത്. ഈ 5 ദിവസത്തിനകം നമ്മെ രക്ഷിക്കാൻ അവിടത്തേക്ക് ഇഷ്ടമില്ലെങ്കിൽ തന്നെയും തനിക്ക് ഇഷ്ടമുള്ള ഏത് സമയത്തും നമ്മെ രക്ഷിക്കാനോ ശത്രുക്കളുടെ മുൻപാകെ നമ്മെ നശിപ്പിക്കാനോ അവിടത്തേക്ക് കഴിയും. നമ്മുടെ ദൈവമായ കർത്താവിന്റെ ലക്ഷ്യങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്. ഭീഷണിക്ക് വഴങ്ങാനും തർക്കിച്ച് കീഴടക്കാനും ദൈവം മനുഷ്യനെ പോലെയല്ല. അതിനാൽ അവിടുത്തെ രക്ഷയ്ക്കായി നാം കാത്തിരിക്കുമ്പോൾ നമുക്ക് അവിടുത്തെ വിളിച്ച് സഹായം അന്വേഷിക്കാം. അവിടുന്ന് പ്രസാദിക്കുമെങ്കിൽ നമ്മുടെ സ്വരം ശ്രമിക്കും. പണ്ടത്തെ പോലെ കരനിർമ്മിതമായ ദേവന്മാരെ ആരാധിച്ച ഒരു ഗോത്രമോ കുടുംബമോ ജനതയോ നഗരമോ നമ്മുടെ തലമുറയിൽ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. നമ്മുടെ പിതാക്കന്മാർ വാളിനിരയായതും കവർച്ച ചെയ്യപ്പെട്ടതും ശത്രുക്കളുടെ മുൻപിൽ ഭീകരമായ കഷ്ടതകൾ അനുഭവിച്ചതും അങ്ങനെ പ്രവർത്തിച്ചതിനാലാണ്. എന്നാൽ നാം അവിടുത്തെ അല്ലാതെ മറ്റൊരു ദൈവത്തെ അറിയുന്നില്ല. അതിനാൽ അവിടുന്ന് നമ്മയോ നമ്മുടെ രാജ്യത്തെയോ അവയ്ക്കോ വീക്ഷിക്കയില്ലെന്ന് നാം പ്രതീക്ഷിക്കുന്നു. നാം പിടിക്കപ്പെട്ടാൽ യൂദയ മുഴുവൻ പിടിക്കപ്പെടുകയും നമ്മുടെ വിശുദ്ധ മന്ദിരം കൊള്ളയടിക്കപ്പെടുകയും ചെയ്യും. അത് അശുദ്ധമാക്കിയതിന്റെ ശിക്ഷ നമ്മുടെ മേൽ ചുമത്തപ്പെടും. വിജാതിയുടെ ഇടയിൽ നാം അടിമകളായി കഴിയുമ്പോൾ നമ്മുടെ സഹോദരന്മാർ കൊല്ലപ്പെട്ടതിന്റെയും നമ്മുടെ നാടിന്റെയും അടിമത്തത്തിന്റെയും നമ്മുടെ പൈതൃകാവകാശം നഷ്ടപ്പെട്ടതിന്റെയും ഉത്തരവാദിത്വം നമ്മുടെ ശിരസിൽ പതിക്കും. നമ്മെ കീഴടക്കുന്നവരുടെ ദൃഷ്ടിയിൽ നമ്മൾ നിന്ദിതരും പരിഹാസ്യരുമാകും. അടിമത്തം നമുക്ക് ഗുണകരമാവുകയില്ല. നമ്മുടെ ദൈവമായ കർത്താവ് നമ്മുടെ അപമാനത്തിന് കാരണമാക്കും. അതിനാൽ സഹോദരന്മാരെ, നമ്മുടെ സഹോദരന്മാർക്ക് നമുക്ക് മാതൃക കാട്ടാം. അവരുടെ ജീവൻ നമ്മെ ആശ്രയിച്ചിരിക്കുന്നു. ശ്രീകോവിലിലെ ദേവാലയത്തിന്റെയും ബലിപീഠത്തിന്റെയും സുരക്ഷിതത്വവും നമ്മിലാണ്. അങ്ങനെ ഇരിക്കെ പിതാക്കന്മാരെ പോലെ നമ്മെ ശോധന ചെയ്യുന്ന നമ്മുടെ കർത്താവിനെ നമുക്ക് നന്ദി പറയാം. അവിടുന്ന് അബ്രാഹത്തിനോട് ചെയ്തതും ഇസ്ഹാക്കിനെ പരീക്ഷിച്ചതും തന്റെ അമ്മാവനായ ലാബാന്റെ ആടുകളെ സംരക്ഷിക്കുമ്പോൾ സിറിയയിലെ മെസൊപ്പൊട്ടാമിയയിൽ വെച്ച് യാക്കോബിന് സംഭവിച്ചതും ഓർക്കുക. അവരുടെ ഹൃദയങ്ങളെ പരീക്ഷിച്ചതുപോലെ അവിടുന്ന് നമ്മെ അഗ്നിയിൽ പരീക്ഷിക്കുകയോ നമ്മോട് പ്രതികാരം ചെയ്യുകയോ ചെയ്തില്ല. തന്നോട് അടുപ്പമുള്ളവരെ അവിടുന്ന് പ്രഹരിക്കുന്നത് ശാസനീയ എന്ന നിലയിലാണ്. ഉസിയ അവളോട് പറഞ്ഞു, നീ പറഞ്ഞതെല്ലാം ആത്മാർത്ഥതയോടുകൂടിയാണ്. നിന്റെ വാക്കുകൾ നിഷേധിക്കാനാവുകയില്ല. ഇന്ന് ആദ്യമല്ല നിന്റെ ജ്ഞാനം വെളിപ്പെടുന്നത്. നിന്റെ ഹൃദയം സത്യസന്ധമായതിനാൽ ജനമെല്ലാം ആദ്യം മുതലേ നിന്റെ ജ്ഞാനം അംഗീകരിച്ചിട്ടുണ്ട്. ദാഹുവേശരായ ജനം ഞങ്ങളെ കൊണ്ട് വാഗ്ദാനം ചെയ്യിച്ചു. ആ പ്രതിജ്ഞ ലയിക്കാവുന്നതല്ല. നീ ഭക്തിയാകിയാൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് മഴ പെയ്യിച്ച് നമ്മൾ ജലസംഭരണികൾ നിറയ്ക്കും. നമ്മൾ തകർന്നു വീഴുകയില്ല. യൂദിത്ത് അവരോട് പറഞ്ഞു, ശ്രദ്ധിക്കുകയും നമ്മുടെ ഭാവി തലമുറകൾക്കെല്ലാം അറിയപ്പെടുന്ന ഒരു പ്രവൃത്തി ഞാൻ ചെയ്യാൻ പോകുന്നു. ഇന്ന് രാത്രി നിങ്ങൾ നഗര കവാടത്തിങ്കിൽ വരികയും ഞാൻ എന്റെ ദാസിയുമായി പുറത്തേക്ക് പോകും. നഗര ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കാമെന്ന് ജനങ്ങളോട് നിങ്ങൾ വാഗ്ദാനം ചെയ്ത ആ ദിവസങ്ങൾക്കുള്ളിൽ കർത്താവ് എന്റെ കൈകൊണ്ട് ഇസ്രായേലിനെ രക്ഷിക്കും. എന്റെ പദ്ധതി എന്തെന്നറിയാൻ ശ്രമിക്കരുത്. ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചെയ്യുന്നതുവരെ ഞാൻ നിങ്ങളോട് പറയുകയില്ല. ഉസിയായും ഭരണാധിപന്മാരും അവരോട് പറഞ്ഞു, സമാധാനത്തോടെ പോവുക.
നിങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യാൻ ദൈവമായ കർത്താവ് നിനക്ക് മുമ്പേ പോകട്ടെ. അവർ കൂടാരത്തിൽ നിന്ന് പോയി സ്വസ്ഥാനങ്ങളിൽ നിന്നു. യൂദത്തിന്റെ പ്രാർത്ഥന. അനന്തരം യൂദത്ത് സാഷ്ടാംഗം വീണു, തലയിൽ ചാരം പൂശി, ധരിച്ചിരുന്ന ചാക്കു വസ്ത്രം അനാവരണം ചെയ്ത് ജെറുസലേം ദേവാലയത്തിൽ സായാഹ്ന ധൂപാർപ്പണത്തിന്റെ സമയത്ത് കർത്താവിനോട് ഉച്ചത്തിൽ നിലവിളിച്ചു. എന്റെ പിതാവായ ശിമിയോന്റെ ദൈവമായ കർത്താവെ, ഒരു കന്യകയെ മലിനയാക്കാൻ, അവളുടെ അവസ്ത്രം അഴിപ്പിക്കുന്ന, അവളെ ലജ്ജിപ്പിക്കാൻ, അവളുടെ നഗ്നത വെളിപ്പെടുത്തുന്ന, അവളെ അപമാനിക്കാൻ, അവളുടെ ഗർഭപാത്രം മലിനമാക്കുന്ന ഏത് വിദേശിയോടും പ്രതികാരം ചെയ്യുന്നതിന് അവിടുന്ന് എന്റെ പിതാവിന് പണം കൊടുത്തുവല്ലോ. എന്തെന്നാൽ അതൊരിക്കലും സംഭവിക്കരുതെന്നാണ് അവിടുത്തെ കൽപ്പന. എങ്കിലും അവർ അത് ചെയ്തു. അതിനാൽ അവരുടെ ഭരണകർത്താക്കൾ കൊല്ലപ്പെടാനും അവരുടെ പ്രയോഗത്തിൽ ലജ്ജകൊണ്ട് കിടക്കുകൾ രക്തപകിലമാകാനും അവിടുന്ന് ഇടവരുത്തി. സിംഹാസനസ്ഥനായിരുന്ന രാജകുമാരന്മാരോട് ഒന്നിച്ച് അടിമകളെയും അവിടെ അടിച്ചു വീഴ്ത്തി. അവിടെ ഭാര്യമാർ കൊള്ളയടിക്കപ്പെട്ടു, പുത്രിമാർ തടവിലാക്കപ്പെട്ടു. അങ്ങയോടുള്ള ഭക്തിയുടെ തീക്ഷ്ണതയാൽ ഞങ്ങളുടെ രക്തത്തെ മലിനമാക്കിയതിൽ വെറുപ്പും ഉൾക്കൊണ്ട് അവിടുത്തെ സഹായം അപേക്ഷിച്ച അരുമ സന്താനങ്ങൾ അവിടുന്ന് കൊള്ള മുതൽ എല്ലാം വീതിച്ചു. എന്റെ ദൈവമേ, വിധവയായ എന്റെ പ്രാർത്ഥന കേൾക്കണമേ. അവിടുന്നാണ് ഇതിനു മുമ്പ് സംഭവിച്ച കാര്യങ്ങളും ചെയ്തത്, ഇപ്പോഴുള്ളവയ്ക്കും വരാനിരിക്കും രൂപം നൽകിയത് അവിടുന്ന് തന്നെ. അതെ, അവിടുത്തെ ഹിതം നിറവേറി. അവിടുന്ന് ഇച്ഛിച്ച കാര്യങ്ങൾ അവിടുത്തെ സന്നിധിയിൽ ഇതാ ഞങ്ങൾ ഇന്ന് വന്നു പറഞ്ഞു. എന്നാൽ അവിടുത്തെ വഴികൾ മുന്നൂറ്റി ഒരുക്കുകയും അവിടുത്തെ വിധികൾ മുന്നറിയിപ്പോടുകൂടിയുമാണ്. അസീറിയക്കാരുടെ ശക്തി വർദ്ധിച്ചിരിക്കുന്നു. കുതിരകളാലും കുതിരക്കാരാലും അവർ പ്രബലരായിരിക്കുന്നു. കാലാൽ പടയുടെ ഇച്ഛയിൽ അവർ അഹങ്കരിക്കുന്നു. പരിച, കുന്തം, വില്ല്, കവണ എന്നിവയിൽ അവർ ആശ്രയിക്കുന്നു. അവിടുന്നാണ് യുദ്ധങ്ങൾ തകർക്കുന്ന കർത്താവെന്ന് അവർ ഗ്രഹിക്കുന്നില്ല. കർത്താവ് എന്നത്രേ അവിടുത്തെ നാമം. അവിടുത്തെ ശക്തിയാൽ അവരുടെ കരുത്തു തകർക്കണമേ. അവിടുത്തെ കോപത്താൽ അവരുടെ പ്രതാപം നശിക്കട്ടെ. അവിടുത്തെ ശ്രീകോവിൽ അശുദ്ധമാക്കാനും അവിടുത്തെ മഹത്തായ നാമം കുടികൊള്ളുന്ന വിശുദ്ധ മന്ദിരം മലിനമാക്കാനും ബലിപീഠത്തിന്റെ വളർക്കോൺ വാളുകൊണ്ട് മുറിച്ചു കളയാനും അവൻ ഉന്നം വയ്ക്കുന്നു. അവരുടെ അഹങ്കാരം കാണണമേ. അവിടുന്ന് അവരുടെ മേൽ കോപം വർഷിച്ചാലും വിധവയായി എനിക്ക് ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ട ശക്തി നൽകണമേ. പ്രഭുവിനോടൊപ്പം അടിമയും ദാസനോടൊപ്പം പ്രഭുവിനെയും എന്റെ അധരത്തിന്റെ വ്യാജത്താൽ വീഴ്ത്തണമേ. ഒരു നാരിയുടെ കൈയാൽ അവരുടെ അഹങ്കാരം തകർക്കണമേ. അവിടുത്തെ ശക്തി സംഖ്യയെയോ അവിടുത്തെ പ്രധാന ശക്തന്മാരെയോ ആശ്രയിക്കുന്നില്ല. അവിടുന്ന് എളിയവരുടെ ദൈവവും അതിഥരുടെ സഹായകനുമാണ്. അവശരെ താങ്ങാനും നിരാധരെ പരിപാലിക്കാനും ആശയപ്പെട്ടവരെ രക്ഷിക്കുന്നവനുമാണ്. എന്റെ പിതാവിന്റെ ദൈവമേ, ഇസ്രായേലിന്റെ അവകാശത്തിന്റെ ദൈവമേ, ഭൂസ്വർഗങ്ങളുടെ കർത്താവേ, സമുദ്രങ്ങളുടെ സൃഷ്ടാവേ, അവിടുത്തെ സ്ത്രീകളെല്ലാം രാജാവേ, എന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. അവിടുത്തെ ഉടമ്പടിക്കും വിശുദ്ധ ഭവനത്തിനും സിയോൻ മലയ്ക്കും അവിടുത്തെ മക്കളുടെ ഗൃഹത്തിനും എതിരായി നിഷ്ഠൂര പദ്ധതികൾ ആസൂത്രണം ചെയ്ത് അവരെ വ്രണപ്പെടുത്താനും ചതയ്ക്കാനും എന്റെ വ്യാജോക്തികൾക്ക് ശക്തി നൽകണമേ. അവിടുന്ന് ദൈവമാണെന്നും എല്ലാ ശക്തിയുടെയും പ്രതാപത്തിന്റെയും ദൈവമാണെന്നും അവിടുന്ന് അല്ലാതെ ഇസ്രായേൽ ജനത്തിന് മറ്റൊരു സംരക്ഷണയില്ലെന്നും അവിടുത്തെ ജനവും എല്ലാ ജനതയും ഗോത്രങ്ങളും അറിയട്ടെ. അധ്യായം 10. ശത്രുപാളയത്തിലേക്ക്. യൂദത്ത് ഇസ്രായേലിന്റെ ദൈവത്തോട് ഉള്ള പ്രലാപവും പ്രാർത്ഥനയും അവസാനിപ്പിച്ചതിനു ശേഷം സാഷ്ടാംഗം വീണുകിടുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് ഈ ദാസിയെയും കൂട്ടിക്കൊണ്ട് സാപത്തുകളിലും ഉത്സവങ്ങളിലും താമസിക്കാറുള്ള ഭവനത്തിലേക്ക് പോയി. താൻ ധരിച്ചിരുന്ന ചാക്കുവസ്ത്രവും വിധവാവസ്ത്രവും മാറ്റി കുളിച്ചതിനു ശേഷം അവൾ അമൂല്യമായ പരിമള തൈലം പൂശി തലമുടി ചീകി ശിരോഭൂഷണം തന്റെ ഭർത്താവ് മനാസ് ജീവിച്ചിരിക്കുമ്പോൾ താനെ അറിയാറുള്ള ഏറ്റവും മനോഹരമായ വസ്ത്രം അണിഞ്ഞു. ചെരുപ്പ് ധരിച്ചു വളകളും മാലകളും മോതിരവും കമ്മലും മറ്റ് ആഭരണങ്ങളും അണിഞ്ഞു. പുരുഷന്മാരുടെ കണ്ണുകളെ മയക്കത്തക്ക വിധം അതീവ സുന്ദരവതിയായി ചമഞ്ഞു. അവൾ ഒരു കുപ്പി വീഞ്ഞും ഒരു പാത്രം എണ്ണയും ദാസിയെ ഏൽപ്പിച്ചു. വറുത്ത ധാന്യവും ഉണങ്ങിയ പഴങ്ങളിൽ ഉണ്ടാക്കിയ ഒരടയും നേർമയുള്ള അപ്പവും ഒരു സഞ്ചി നിറച്ച പാത്രങ്ങളെല്ലാം പൊതിഞ്ഞു കെട്ടി ദാസിയെ ഏൽപ്പിച്ചു. അനന്തരം അവൾ ബെത്തൂലിയ നഗര കവാടത്തിലേക്ക് പുറപ്പെട്ടു. അവിടെ നഗരശ്രേഷ്ഠരായ കാബ്രീസ്, കാർമീസ് എന്നിവരോടുകൂടി ഉസിയ നിൽക്കുന്നത് കണ്ടു. അവളുടെ മുഖത്തിനും മുടിയാടുകൾക്കും വന്ന മാറ്റം അവർ ശ്രദ്ധിച്ചു. അവളുടെ സൗന്ദര്യത്തിൽ അവർക്ക് അഗാധമായ മതിപ്പുളവായി. അവർ അവളോട് പറഞ്ഞു, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്റെ കൃപ ചൊരിയുകയും നിന്റെ പദ്ധതി നിറവേറ്റുകയും ചെയ്യട്ടെ. അങ്ങനെ ഇസ്രായേൽ ജനം അഭിമാനം കൊള്ളുകയും ജെറുസലേം ഉയർത്തപ്പെടുകയും ചെയ്യട്ടെ. അവൾ ദൈവത്തെ ആരാധിച്ചു. അവൾ അവരോട് പറഞ്ഞു, നഗര കവാടം എനിക്ക് തുറന്നു വരികയാൻ കൽപ്പന നൽകുക. ഞാൻ പോയി നമ്മൾ സംസാരിച്ച കാര്യം നിറവേറട്ടെ. അതനുസരിച്ച് വാതിൽ തുറന്നു കൊടുക്കാൻ അവൾ യുവാക്കന്മാരോട് കൽപ്പിച്ചു. അവർ വാതിൽ തുറന്നു. യൂദത്ത് ദാസിയോടുകൂടി പുറത്തു കിടന്നു. അവൾ മലയുടെ താഴേക്ക് ഇറങ്ങി. താഴ്വരയിലൂടെ അവൾ നടന്നു നീങ്ങുന്നത് കൃഷിയിൽ നിന്നും മറയുന്നത് വരെ നഗരവാസികൾ നോക്കി നിന്നു. അവർ നേരെ താഴ്വരയിലൂടെ നടന്നു. അസീറിയക്കാരുടെ കാവൽപ്പടയന്മാർ അവരെ കണ്ടു. അവർ അവളെ പിടികൂടി ചോദ്യം ചെയ്തു, നീ ഏത് വർഗക്കാരിയാണ്? എവിടെ നിന്ന് വരുന്നു? എങ്ങോട്ട് പോകുന്നു? അവൾ പറഞ്ഞു, ഞാനൊരു ഹെബ്രായ പുത്രി. അവരിൽ നിന്നോടി രക്ഷപ്പെടുകയാണ്. അവർ നിങ്ങളുടെ
അവർ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാറായി. നിങ്ങൾ അവരെ വിഴുങ്ങിക്കളയും. ഞാൻ നിങ്ങളുടെ സൈന്യാധിപൻ ഹോളോഫർനാസിനെ കണ്ട് ശരിയായ വിവരങ്ങൾ ധരിപ്പിക്കാൻ പോവുകയാണ്. തന്റെ ഒരാളും പിടിക്കപ്പെട്ടോ കൊല്ലപ്പെട്ടോ നഷ്ടപ്പെടാതെ മലനാടാകെ പിടിച്ചെടുക്കാൻ ഉതകുന്ന ഒരു മാർഗം ഞാൻ അവന് കാണിച്ചു കൊടുക്കും. സൗന്ദര്യ കിടമ്പായി തോന്നിയ അവളുടെ മുഖം ദർശിക്കുകയും വാക്കുകൾ ശ്രവിക്കുകയും ചെയ്തപ്പോൾ അവളോട് പറഞ്ഞു, ഞങ്ങളുടെ യജമാനന്റെ സമീപത്തേക്ക് ഓടിപ്പോകുന്നതോടെ നീ നിന്റെ ജീവൻ രക്ഷിച്ചു. ഇപ്പോൾ തന്നെ അവന്റെ കൂടാരത്തിലേക്ക് ചെയ്യുക. ഞങ്ങളിൽ ചിലർ കൊണ്ടുവന്നാക്കാം. അവന്റെ മുമ്പിൽ ഭയത്തിന് അവകാശമില്ല. ഞങ്ങളോട് പറഞ്ഞത് തന്നെ അവനോടും പറയുക. അവൻ നിന്നോട് ദയാപൂർവം പെരുമാറും. അവളെയും ദാസിയെയും അനുഗമിക്കുന്നതിന് അവരിൽ നിന്ന് 100 പേർ തിരഞ്ഞെടുക്കപ്പെട്ടു. അവർ ഹോളോഫർനാസിന്റെ കൂടാരത്തിലേക്ക് പുറപ്പെട്ടു. അവളുടെ ആഗമന വാർത്ത കൂടാരത്തോറും പരന്നപ്പോൾ പാളയമാകെ ഇളകി വശായി. അവർ ഹോളോഫർനാസിന്റെ കൂടാരത്തിന്റെ വെളിയിൽ കാത്തു നിൽക്കുമ്പോൾ അവർ ചുറ്റും കൂടി. അവർ ഹോളോഫർനാസിനോട് അവളെപ്പറ്റി പറഞ്ഞു. അവളുടെ സൗന്ദര്യത്തിൽ മതിമറന്ന് അവർ അവളെപ്പോലെ ഇസ്രായേലിൽ എല്ലാം എന്ന് നിരൂപിച്ച് അവരെ പുകഴ്ത്തി പരസ്പരം ഇങ്ങനെ പറഞ്ഞു, ഇത്തരം സ്ത്രീകളുള്ള ഈ ജനതയെ ആരെങ്കിലും അവഹേളിക്കുമോ? നിശ്ചയമായും അവരെല്ലാവരും ജീവനോടെ ഇരിക്കാൻ പാടില്ല. അവരെ സ്വതന്ത്രരായി വിട്ടാൽ അവർ ലോകം മുഴുവൻ കെണിയിൽപ്പെടുത്തും. ഹോളോഫർനാസിന്റെ അനുചരന്മാരും സേവകന്മാരും പുറത്തു വന്ന് അവളെ കൂടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഹോളോഫർനാസ് സ്വർണവും മരതകവും മറ്റു രത്നങ്ങളും കൊണ്ട് അലങ്കരിച്ച ചെമന്ന മേൽക്കെട്ടിയുടെ കീഴിൽ കിടക്കയിൽ വിശ്രമിക്കുകയായിരുന്നു. അവളെപ്പറ്റി പറഞ്ഞത് കേട്ട് അവൻ എഴുന്നേറ്റ് വെള്ളി വിളക്കുകളുടെ അകമ്പടിയോടുകൂടി കൂടാരവാതിക്കലെത്തി. അവളുടെ മുൻപിലെത്തിയ യൂഥത്തിന്റെ മുഖസൗന്ദര്യം കണ്ട് ഹോളോഫർനാസും സേവകന്മാരും പരതന്ത്രരായി. അവൾ സാഷ്ടാംഗം വീണ് അവിടെ മടങ്ങി. അവന്റെ അടിമകൾ അവളെ എഴുന്നേൽപ്പിച്ചു. യൂഥിത് അധ്യായം 11. ഹോളോഫർനാസ് അവളോട് പറഞ്ഞു, സ്ത്രീയെ ധൈര്യമായിരിക്കുക, ഭയപ്പെടേണ്ട. ലോകാധിപതിയായ നെബൂഖദ്നേസറിനെ സേവിക്കാൻ തയ്യാറായ ഒരു വ്യക്തിയെ ഞാൻ ഉപദ്രവിച്ചിട്ടില്ല. മലനാട്ടിൽ വസിക്കുന്ന നിന്റെ ദൈവം എന്നെ അവഹേളിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അവരുടെ നേരെ നിന്റെ ജനം എന്നെ അവഹേളിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അവരുടെ നേരെ കുന്തമുയർത്തുകയില്ലായിരുന്നു. അവർ തന്നെ വിളിച്ചു വരുത്തിയ അനർത്ഥങ്ങളാണിത്. നീ അവരെ വിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് ഓടിപ്പോന്നത് എന്തെന്ന് പറയുക. നീ സുരക്ഷിതയാണ്, ധൈര്യമായിരിക്കുക. ഇന്ന് രാത്രി മുതൽ നിന്റെ ജീവൻ സുരക്ഷിതമാണ്. നിന്നെ ആരും ദ്രോഹിക്കുകയില്ല. എന്റെ യജമാനായ നബൂഖദ്നേസറിനെ സേവകരോടെന്ന പോലെ എല്ലാവരും നിന്നോട് സ്നേഹപൂർവ്വം പെരുമാറും. യൂഥിത് പറഞ്ഞു, അങ്ങയുടെ ദാസിയായ എന്റെ വാക്കുകൾ ശ്രമിച്ചാലും അങ്ങയുടെ സന്നിധിയിൽ സംസാരിക്കുന്നതിന് എന്നെ അനുവദിക്കുക. ഈ രാത്രിയിൽ എന്റെ യജമാനോട് ഞാൻ ഒരു അസത്യവും പറയുകയില്ല. മാത്രമല്ല, ഈ ദാസി പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കാൽ ദൈവം അവിടുന്ന് മുഖാന്തരം പലതും നിർവഹിക്കും. അങ്ങയുടെ ഉദ്യമങ്ങൾ വിഫലമാവുകയില്ല. സർവ്വലോകത്തിനെയും രാജാവായ നെബൂഖദ്നേസർ വാഴുന്നു. അവന്റെ അധികാരവും നിലനിൽക്കുന്നു. അവനാണല്ലോ സർവ്വസൃഷ്ടികളെ നയിക്കുന്നതിന് നിന്നെ നിയോഗിച്ചിട്ടുള്ളത്. നീ മൂലം മനുഷ്യർ അവനെ സ്നേഹിക്കുന്നു. മാത്രമല്ല, വയലിലെ മൃഗങ്ങളും കന്നുകാലികളും ആകാശത്തിലെ പറവുകളും ജീവിക്കുന്നതും നടക്കുന്നതോടും അവന്റെ ഭവനത്തോടും വിധേയം പുലർത്തുന്ന നിന്റെ ശക്തിയാൽ അത്രേ. നിന്റെ ജ്ഞാനത്തെയും സാമർത്ഥ്യത്തെ കുറിച്ച് ഞങ്ങൾ കേട്ടിരിക്കുന്നു. എല്ലാ വിവരവും അറിയുന്നവനും വയലിലെ യുദ്ധതന്ത്രജ്ഞനുമായി രാജ്യത്ത് ഒരു നല്ല മനുഷ്യനുള്ളത് നീ മാത്രമാണെന്ന വിവരം ലോകം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു. നിന്റെ സദസ്സിലാക്കിയവർ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ അറിഞ്ഞു. ബെഥൂലിയാക്കാർ അവനെ ഉപദ്രവിക്കാത്തതിനാൽ നിന്നോട് പറഞ്ഞതെല്ലാം അവൻ അവരോടും പറഞ്ഞു. അതിനാൽ എന്റെ നാഥനും യജമാനനുമായ നീ അവൻ പറഞ്ഞത് അവഗണിക്കുകയോ വിസ്മരിക്കുകയോ അരുത്. അത് സത്യമാണ്. തങ്ങളുടെ ദൈവത്തിനെതിരായി പാപം ചെയ്യാതാൽ അല്ലാതെ ഞങ്ങളുടെ ജനത്തെ ശിക്ഷിക്കാനോ വാളിനിരയാക്കാനോ ആർക്കും സാധിക്കുകയില്ല. എന്റെ യജമാനൻ പരാജയപ്പെടുത്തുകയോ അവന്റെ ലക്ഷ്യങ്ങൾ വിഫലമാകുകയോ ഇല്ല. കാരണം മരണം അവരുടെ മേൽ വീടും. തെറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് പോലെ ദൈവം കോപിക്കത്തക്ക വിധം അവർ പാപം ചെയ്തിരിക്കുന്നു. അവർ ശേഖരിച്ച ഭക്ഷണ സാധനങ്ങൾ തീർന്നു, വെള്ളവും തീരാറായി. നാൽക്കാലികളെ കൊല്ലാൻ അവർ ആലോചിക്കുന്നു. ദൈവം തന്റെ നിയമത്താൽ വിലക്കിയ ഭക്ഷണം കഴിക്കാനും അവർ ഉറപ്പിച്ചിരിക്കുന്നു. ജെറുസലേമിൽ തങ്ങളുടെ ദൈവത്തിന്റെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാർക്കായി സമർപ്പിക്കപ്പെട്ട ധാന്യത്തിന്റെ ആദ്യ ഫലവും മീനിന്റെയും എണ്ണയുടെയും ദശാംശവും ഭക്ഷിക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. ജനത്തിൽ ആരെങ്കിലും അത് കൈകൊണ്ട് കൊടുന്നത് പോലും നിയമവിരുദ്ധമാണ്. ജെറുസലേം നിവാസികൾ പോലും ഇങ്ങനെ ചെയ്യുന്നതിനാൽ ആലോചന സംഘത്തിൽ നിന്നുള്ള അനുവാദത്തിന് അവർ അങ്ങോട്ട് ആളയച്ചിരിക്കുന്നു. അനുവാദം ലഭിച്ച് അങ്ങനെ പ്രവർത്തിക്കുന്ന ദിവസം തന്നെ അവിടുന്ന് അവരെ നശിപ്പിക്കാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. അതിനാൽ നിന്റെ ഈ ദാസി വിവരങ്ങൾ അറിഞ്ഞപ്പോൾ അവരുടെ ഇടയിൽ നിന്ന് ഓടിപ്പോന്നതാണ്. ലോകത്തെ മുഴുവൻ കേൾക്കുന്നവർക്കെല്ലാം ആശ്ചര്യപ്പെടുത്തുന്ന കാര്യങ്ങൾ നിന്നോടൊപ്പം നിർവഹിക്കാൻ ദൈവം എന്നെ അയച്ചിരിക്കുന്നു. ഈ ദാസി സ്വർഗത്തിലെ ദൈവത്തിന്റെ രാപ്പകൽ സേവിക്കുന്ന ഭക്തിയാണ്. നാഥ, ഞാൻ നിന്നോടത്ത് വസിക്കും. ഓരോ രാത്രിയും നിന്റെ ദാസി താഴ്വരയിലേക്ക് പോയി ദൈവത്തോട് പ്രാർത്ഥിക്കും. അവർ പാപം ചെയ്യുമ്പോൾ ദൈവം അത് എന്നോട് പറയും. ഞാൻ വന്നത് നിന്നെ അറിയിക്കും. അപ്പോൾ നിനക്ക് സൈന്യം സമേതം പുറപ്പെടാം.
ആർക്കും ചെറുത്തു നിൽക്കാൻ കഴിയുകയില്ല. ഞാൻ നിന്നെ യൂദയായുടെ നടുവിലൂടെ ജെറുസലേമിലേക്ക് നയിക്കും. അതിന്റെ മധ്യത്തിൽ നിന്റെ സിംഹാസനം ഞാൻ സ്ഥാപിക്കും. നീ അവരെ ഇടയില്ലാത്ത ആടുകളെ പോലെ നയിക്കും. നിനക്കെതിരെ കുറിക്കാൻ ഒരു പട്ടി പോലും വാതുറക്കുകയില്ല. ദീർഘദർശന ശക്തിയാൽ എനിക്കിതെല്ലാം അറിയാൻ കഴിഞ്ഞു. ഇത് എനിക്ക് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. നിന്നോട് പറയാൻ ഇതാ ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. പൗലോസ് സേവകന്മാരും അവളുടെ വാക്കുകളിൽ പ്രീതി പൂണ്ടു. അവളുടെ ജ്ഞാനത്തിൽ ആശ്ചര്യം കൊള്ളുകയും ചെയ്തു. അവർ പറഞ്ഞു, ലോകത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അന്വേഷിച്ചാലും സൗന്ദര്യത്തിലും ജ്ഞാനത്തോടെ സംസാരിക്കാനുള്ള ചാതുര്യത്തിലും ഇതുപോലെ ശ്രേഷ്ഠയായ ഒരുവളെ കണ്ടെത്തുകയില്ല. പൗലോസ് അവളോട് പറഞ്ഞു, ഞങ്ങളുടെ കരങ്ങൾക്ക് ശക്തി നൽകാനും എന്റെ യജമാനെ അനുഗ്രഹിക്കുന്നവർക്ക് നാശം വരുത്താനും നിന്നെ നിന്റെ ജനത്തിൽ നിന്നും ഞങ്ങളുടെ അടുത്തേക്ക് അയച്ച ദൈവത്തിന്റെ പ്രവൃത്തി ഉത്തമം തന്നെ. നീ കാഴ്ചയിൽ സുന്ദരിയാണെന്ന് മാത്രമല്ല, ഭാഷയിൽ ചാതുര്യമുള്ളവളുമാണ്. നീ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുന്ന പക്ഷം നിന്റെ ദൈവം എന്റെ ദൈവമായിരിക്കും. നീ നബൂഖദ്നേസറിന്റെ കൊട്ടാരത്തിൽ വസിക്കുകയും ലോകപ്രശസ്തിയാവുകയും ചെയ്യും. അധ്യായം 12. വെള്ളിപ്പാത്രങ്ങൾ വെച്ചിരിക്കുന്ന മുറിയിലേക്ക് അവളെ നയിക്കാൻ അവൻ അവരോട് ആജ്ഞാപിച്ചു. തന്റെ ഭക്ഷണ വിഭവങ്ങളിൽ ചിലതുകൊണ്ട് അവൾക്ക് വിരുന്നൊരുക്കുവാനും തന്റെ വീഞ്ഞു പകർന്നു കൊടുക്കുവാനും അവൻ കൽപ്പിച്ചു. അപ്പോൾ യൂദത്ത് പറഞ്ഞു, എനിക്ക് ഭക്ഷിച്ചുകൂടാ, അത് നിയമവിരുദ്ധമാണ്. ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ഭക്ഷണ സാധനങ്ങളുണ്ട്. പൗലോസ് പ്രതികരിച്ചു, നിന്റെ പക്കലുള്ളത് തീരുമ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുവരും. നിന്റെ ജനത്തിൽ ആരും ഇവിടെ ഇല്ലല്ലോ. യൂദത്ത് പറഞ്ഞു, നാഥാ, നിന്റെ ജീവനാണ്. കർത്താവിന്റെ കരുത്താൽ നിർവഹിക്കാൻ ഉദ്ദേശിച്ചത് ചെയ്യുന്നത് വരെ നിന്റെ ദാസിയുടെ കൈവശമുള്ള സാധനങ്ങൾ തീരുകയില്ല. അനന്തരം പൗലോസിന്റെ ഭൃത്യന്മാർ അവളെ കൂടാരത്തിലേക്ക് കൊണ്ടുപോയി. അർദ്ധരാത്രി വരെ അവൾ ഉറങ്ങി. പ്രഭാതത്തിന് മുമ്പ് അവൾ ഉണർന്നു. പൗലോസിന്റെ അടുത്തേക്ക് ആളയച്ച് അവൾ അപേക്ഷിച്ചു, നിന്റെ ദാസി പുറത്തുപോയി പ്രാർത്ഥിക്കുന്നതിന് കൽപ്പന അനുവദിക്കണം, അവളെ തടയരുതെന്ന് പൗലോസ് കാവൽപ്പടന്മാർക്ക് കൽപ്പന നൽകി. അവൾ 3 ദിവസം പാളയത്തിൽ പാർക്കുകയും രാത്രി തോറും ബെത്തൂലിയ താഴ്വരയിൽ പോയി പാളയത്തിലെ അരുവിയിൽ കുളിക്കുകയും ചെയ്തു. അരുവിയിൽ നിന്ന് പുറത്തു വരുമ്പോൾ അവൾ സ്വജനങ്ങളെ ഉദ്ധരിക്കുന്നത് മാർഗം കാണിച്ചു തരണമേ എന്ന് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു വന്നു. അങ്ങനെ സംശുദ്ധിയായി അവൾ കൂടാരത്തിലേക്ക് മടങ്ങുകയും അത്താരം കഴിയുന്നത് വരെ അവിടെ തങ്ങുകയും ചെയ്തു. 4-ാം ദിവസം പൗലോസ് സേനാധിപന്മാരെ ആരെയും ക്ഷണിക്കാതെ അടിമകൾക്ക് മാത്രമായ ഒരു വിരുന്നൊരുക്കി. തന്റെ സ്വകാര്യ പരിചാരകനായ ഷണ്ടൻ ബഗോവാസിനോട് അവൻ പറഞ്ഞു, നീ പോയി നിന്റെ സംരക്ഷണത്തിലിരിക്കുന്ന ആ ഹെബ്രായ സ്ത്രീയെ ഞങ്ങളോട് ഭക്ഷിക്കാനും പാനം ചെയ്യാനും പ്രേരിപ്പിക്കുക. അത്തരമൊരു സ്ത്രീയുടെ സമവാസം ആസ്വദിക്കാതെ വിടുന്നത് അപമാനകരമാണ്. നാം അവളെ ആശ്ലേഷിക്കാതിരുന്നാൽ അവൾ തന്നെ നമ്മെ പരിഹസിക്കും. ബഗോവാസ് യുദ്ധത്തിനെ സമീപിച്ച് പറഞ്ഞു, സുന്ദരിയായ പരിചാരികയെ വരിക. പൗലോസിന്റെ സാന്നിധ്യത്തിൽ ബഹുമാനീയയാകുക. വീഞ്ഞു കുടിച്ച് ഞങ്ങളോട് ഉല്ലസിക്കുക. ഇന്ന് നീ നബൂഖദ്നേസറിന്റെ ഭവനത്തിൽ സേവനം ചെയ്യുന്ന അസീറിയ പുത്രിമാർക്ക് തുല്യായി ഭവിക്കുക. യുധിച്ച് പ്രകടിച്ചു, എന്റെ യജമാനെ നിരസിക്കാൻ ഞാൻ ആരാണ്? അവന് പ്രതികരമായത് എന്തും ഞാൻ നിശ്ചയമായും ഉടനെ അനുഷ്ഠിക്കും. മരണം വരെ അത് സന്തോഷജനകമായിരിക്കും. അവൾ എഴുന്നേറ്റ് തനിക്ക് ഇണങ്ങിയ എല്ലാത്തരം ആടിയ ആഭരണങ്ങളും അണിഞ്ഞു. അവളുടെ നിത്യോപയോഗത്തിന് ബഗോവാസ് നൽകിയ മൃദുലമായ ആട്ടിൻതോൽ യൂദത്തിന് ചാരിക്കിടന്ന് ഭക്ഷണം കഴിക്കേണ്ടതിന് പൗലോസിന്റെ ദാസി മുമ്പിൽ വിരിച്ചു. യൂദിത്ത് അകത്തേക്ക് കിടന്ന് അതിൽ ശയിച്ചു. പൗലോസിന്റെ ഹൃദയത്തിൽ അവളെ കുറിച്ച് അഭിലാഷം നിന്നു. അവളെ സ്വന്തമാക്കാൻ അവൾ കുതിച്ചു. ആദ്യമായി കണ്ടത് മുതൽ അവളെ കുടുക്കാൻ അവൻ അവസരം പാർത്തിരിക്കുകയായിരുന്നു. പൗലോസ് അവളോട് പറഞ്ഞു, കുടിച്ച് ഞങ്ങളോട് ഉല്ലസിക്കുക. യൂദിത്ത് പറഞ്ഞു, പ്രഭോ, ഇപ്പോൾ ഞാൻ കുടിക്കും. എന്തെന്നാൽ ജനനം മുതൽ ഇന്ന് വരെയുള്ള ഏത് ദിവസത്തെയും ഇന്ന് എനിക്ക് എന്റെ ജീവൻ വിലപ്പെട്ടതാണ്. അതിനുശേഷം തന്റെ ദാസി പാകപ്പെടുത്തിയ ഭക്ഷണപാനീയങ്ങൾ അവന്റെ മുൻപിൽ വെച്ച് കഴിച്ചു. പൗലോസ് അവളിൽ അത്യധികം പ്രസാദിച്ചു. ജീവിതത്തിൽ ഒരിക്കലും കുടിഞ്ഞിട്ടില്ലാത്തത്ര വീഞ്ഞ് കുടിക്കുകയും ചെയ്തു. അധ്യായം 13. സന്ധ്യയായപ്പോൾ പൗലോസിന്റെ അടിമകൾ വേഗം പിൻവാങ്ങി. ബഗോവാസ് യജമാന സന്നിധിയിൽ നിന്ന് സേവകന്മാരെ എല്ലാം വെളിയിലാക്കി കൂടാര കവാടം പുറത്തു നിന്നടച്ചു. വിരുന്ന് നീണ്ടുപോയതിനാൽ ക്ഷീണിതരായ അവർ ഉടനെ പോയി കിടന്നു. കൂടാരത്തിൽ വീഞ്ഞു കുടിച്ച് മത്തനായി കിടക്കയിൽ കിടക്കുന്ന പൗലോസിന്റെ സമീപം യൂദിത്ത് മാത്രം അവശേഷിച്ചു. ശയനമുറിയിൽ നിന്ന് ഞാൻ പുറത്തു വരുന്നത് വരെ പതിവ് പോലെ കാത്തു നിൽക്കാൻ അവൾ ദാസിയോട് പറഞ്ഞു. താൻ പ്രാർത്ഥിക്കാൻ പോകുമെന്നും അവൾ പറഞ്ഞിരുന്നു. ബഗോവാസിനോടും അങ്ങനെ തന്നെ പറഞ്ഞു. അങ്ങനെ എല്ലാവരും പോയി. ചെറിയവനോ വലിയവനോ ആരും കിടക്കറയിൽ അവശേഷിച്ചില്ല. യൂദിത്ത് അവന്റെ കിടക്കയ്ക്കടുത്ത് നിന്നുകൊണ്ട് ഹൃദയത്തിൽ മന്ത്രിച്ചു, സർവശക്തനായ കർത്താവേ, അവിടുന്ന് ഇപ്പോൾ ജെറുസലേമിന്റെ മഹത്വത്തിനു വേണ്ടി എന്റെ പ്രവൃത്തിയെ കടാക്ഷിക്കണമേ. അവിടുത്തെ അവകാശമായ ജനതയെ സഹായിക്കാനും ഞങ്ങൾക്കെതിരെ വരുന്ന ശത്രുക്കളെ നശിപ്പിക്കാനും ഞാൻ ഏറ്റെടുത്ത കർത്തവ്യം നിർവഹിക്കാനുമുള്ള അവസരമാണിത്.
അവൾ ചെന്ന് കിടക്കയുടെ അറ്റത്തുള്ള തൂണിൽ ഹോൾ ഓഫ് ഫർണാസിന്റെ തലയ്ക്ക് മുകളിലായി തൂങ്ങിക്കിടന്ന വാളെടുത്തു. അവൾ കിടക്കയ്ക്ക് അടുത്ത് വന്ന് അവന്റെ തല മുടിയിൽ പിടിച്ചു പ്രാർത്ഥിച്ചു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ, ഇന്ന് എനിക്ക് ശക്തി തരണമേ. അവൾ സർവശക്തിയും ഉപയോഗിച്ച് അവന്റെ കഴുത്തിൽ 2 പ്രാവശ്യം വെട്ടി ശിരസ് ശരീരത്തിൽ നിന്ന് വേർപെടുത്തി. ശരീരം കിടക്കയിൽ നിന്നുരുട്ടി താഴെയിട്ടു. മേൽക്കെട്ടിയും തൂണുകളിൽ നിന്ന് വലിച്ചെടുത്തു. അല്പം കഴിഞ്ഞ് അവൾ പുറത്തു കടന്ന് ഹോൾ ഓഫ് ഫർണാസിന്റെ ശിരസിൽ ദാസിയെ ഏൽപ്പിച്ചു. അവൾ അത് ഭക്ഷണസഞ്ചിയിൽ നിക്ഷേപിച്ചു. ഉടൻ തന്നെ ഇരുവരും നിത്യവും പ്രാർത്ഥനയ്ക്ക് പോകും പോലെ പുറത്തേക്ക് പോകാൻ അവൾ പാളയത്തിലൂടെ കടന്ന് താഴ്വര ചുറ്റി മല കയറി ബത്തൂലിയ കവാടങ്ങളിലെത്തി. ദൂരെ വെച്ച് തന്നെ കവാടത്തിലെ കാവൽക്കാരോട് വിളിച്ചു പറഞ്ഞു, തുറക്കൂ, വാതിൽ തുറക്കൂ, നമ്മുടെ ദൈവം എപ്പോഴും നമ്മോട് കൂടിയുണ്ട്. ഇസ്രായേലിൽ തന്റെ പ്രാബല്യവും നമ്മുടെ ശത്രുക്കൾക്കെതിരെ തന്റെ ശക്തിയും ഇന്നത്തെ പോലെ പ്രത്യക്ഷമാക്കുന്നതിന് വേണ്ടി തന്നെ. അവളുടെ നഗരത്തിലെ ആളുകൾ അവളുടെ ശബ്ദം കേട്ടപ്പോൾ ഇറങ്ങി നഗര കവാടത്തിലേക്ക് ചെന്ന് ശ്രേഷ്ഠന്മാരെ വിളിച്ചു കൂട്ടി. വലിപ്പച്ചെറുപ്പമന്യേ എല്ലാവരും ഒന്നിച്ചോടി. കാരണം അവൾ തിരിച്ചെത്തിയെന്ന് വിശ്വസിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവർ വാതിൽ തുറന്ന് അവരെ അകത്ത് കയറ്റി. വെളിച്ചത്തിനു വേണ്ടി തീ കത്തിക്കുകയും അവരുടെ ചുറ്റും കൂടി നിൽക്കുകയും ചെയ്തു. അവൾ ഉച്ചത്തിൽ പറഞ്ഞു, ദൈവത്തെ സ്തുതിക്കുകയും അവിടുത്തെ പുകഴ്ത്തുകയും, ഇസ്രായേൽ ഭവനത്തിൽ നിന്നും തന്റെ കാരുണ്യം പിൻവലിക്കാത്തവനും ഈ രാത്രി എന്റെ കരുത്താൽ നമ്മുടെ ശത്രുക്കളെ നശിപ്പിച്ചവനുമായ ദൈവത്തെ സ്തുതിക്കുകയും. അഞ്ചലും അവൾ സഞ്ചിയിൽ നിന്ന് തലയെടുത്ത് അവരെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, അസീറിയൻ സൈന്യാധിപനായ ഹോൾ ഓഫ് ഫർണാസിന്റെ ശിരസും മേൽക്കെട്ടിയും ഇതിന്റെ കീഴിലാണ് കുടിച്ചു മത്തുപിടിച്ച് അവൻ ശയിച്ചത്. ഒരു സ്ത്രീയുടെ കൈയാൽ കർത്താവ് അവനെ വീഴ്ത്തി. ഞാൻ പോയ വഴിയിൽ എന്നെ സംരക്ഷിച്ച കർത്താവാണ്. എന്റെ മുഖമാണ് അവന്റെ നാശത്തിന്റെ കെണിയിൽ കുടുക്കിയതും പാപകരമായ പ്രവൃത്തിയാൽ എന്നെ മലിനമാക്കിയോ അപമാനിക്കുകയോ ചെയ്യാൻ ഇടവരുത്താതിരുന്നതും ദിനം അത്ഭുതപരതന്ത്രരായി. ദൈവത്തെ കുമ്പിട്ട് ആരാധിച്ച ഏകസ്വരത്തിൽ ഉദ്ഘോഷിച്ചു, ഞങ്ങളുടെ ദൈവമേ, അവിടുന്ന് വാഴ്ത്തപ്പെടട്ടെ. അവിടുത്തെ ജനത്തിന്റെ ശത്രുക്കളെ ഇന്ന് അവിടുന്ന് നിന്നേരാക്കി. ഉസ്സിയ അവളോട് പറഞ്ഞു, മകളെ, ഭൂമിയിലെ സ്ത്രീകളിൽ വെച്ച് അത്യുന്നതനായ ദൈവത്താൽ ഏറ്റവും അധികം അനുഗ്രഹിക്കപ്പെട്ടവളാണ് നീ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനും ശത്രു നേതാവിന്റെ തല തകർക്കാൻ എന്നെ നയിച്ചവനുമായ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. ജനം ദൈവത്തിന്റെ ശക്തി അനുസ്മരിക്കുമ്പോൾ നീ ദൈവത്തിൽ അർപ്പിച്ച പ്രത്യാശ അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വിട്ടുപോകുകയില്ല. ഇത് നിനക്കൊരു ശാശ്വത ബഹുമതിയാകാൻ ദൈവം കനിയട്ടെ. അനുഗ്രഹങ്ങൾ അവിടുന്ന് നിന്നെ നിറയ്ക്കട്ടെ. എന്തെന്നാൽ നമ്മുടെ ദേശം അപമാനിതമായപ്പോൾ നീ സ്വജീവൻ അവഗണിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ നേർവഴിയിലൂടെ നയിച്ച് ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് നാശത്തിൽ നിന്ന് അതിനെ രക്ഷിച്ചു. അങ്ങനെ തന്നെ ജനം ഉദ്ഘോഷിച്ചു. അധ്യായം 14. യൂദിത്ത് അവരോട് പറഞ്ഞു, സഹോദരന്മാരെ ശ്രദ്ധിക്കുവിൻ. ഈ തല കൊണ്ടുപോയി കോട്ടമതിലിൽ തൂക്കിയിടണം. പ്രഭാതമായി സൂര്യൻ ഉദിച്ചുകൂടുമ്പോൾ വീരന്മാരെല്ലാവരും ആയുധങ്ങളും എടുത്ത് ഒരു നേതാവിന്റെ കീഴിൽ പട്ടണം കടന്ന് അസീറിയരുടെ കൊടുങ്കാവളത്തിനെതിരെ എന്ന ഭാവിനെ സമതലത്തിലേക്ക് പുറപ്പെടണം. എന്നാൽ താഴേക്ക് ഇറങ്ങരുത്. അവർ ആയുധങ്ങളെടുത്ത് പാളയത്തിലേക്ക് ചെന്ന് അസീറിയൻ സേനാധിപതികളെ ഉണർത്തും. അവർ ഉടനെ ഹോൾ ഓഫ് ഫർണാസിന്റെ കൂടാരത്തിലേക്ക് ഓടും. പക്ഷെ അവനെ കാണുകയില്ല. അപ്പോൾ ഭയവിഹ്വലരായി അവർ പലായനം ചെയ്യും. തത്സമയം നിങ്ങളും ഇസ്രായേലിന്റെ അതിർത്തികൾക്കുള്ളിൽ വസിക്കുന്നവരും പിന്തുടർന്ന് അവനെ വെട്ടിവീഴ്ത്തണം. ഇതിനെല്ലാം മുൻപേ അമ്മോന്യനായ അഖിയോറെ ഇങ്ങോട്ട് നയിക്കുക. ഇസ്രായേൽ ഭവനത്തെ നിന്ദിച്ചവനും മരണത്തിലേക്ക് എന്ന പോലെ നമ്മുടെ അടുക്കിലേക്ക് അയച്ചവനുമായ ആ മനുഷ്യനെ അവൻ കണ്ടു തിരിച്ചറിയട്ടെ. അവൻ അഖിയോറിനെ ഉസ്സിയയുടെ ഗൃഹത്തിൽ നിന്ന് വിളിപ്പിച്ചു. അവൻ വന്നപ്പോൾ ജനക്കൂട്ടത്തിൽ ഒരാളുടെ കയ്യിൽ ഹോൾ ഓഫ് ഫർണാസിന്റെ തല കണ്ട് മൂർച്ഛിച്ച് കമിഴ്ന്നു വീണു. അവർ എഴുന്നേൽപ്പിച്ച ഉടനെ അവൻ യൂദത്തിന്റെ പാദത്തിൽ വീണ് മുട്ടിന്മേൽ നിന്നുകൊണ്ട് പറഞ്ഞു, യൂദയായുടെ കരങ്ങളിലെങ്ങും കൂടാരങ്ങളിലെങ്ങും നീ വാഴ്ത്തപ്പെടും. ഏത് രാജ്യത്തായാലും ആളുകൾ നിന്റെ പേര് കേട്ടാൽ ഭയചകിതരാകും. ഈ ദിവസങ്ങളിൽ നീ എന്തെല്ലാമാണ് ചെയ്തതെന്ന് പറഞ്ഞാലും യൂദി താൻ അവരോട് പിരിഞ്ഞു പോയ ദിവസം മുതൽ അവരോട് സംസാരിക്കുന്ന നിമിഷം വരെയുള്ള തന്റെ പ്രവർത്തനങ്ങൾ ജനത്തിന്റെ മുന്നിൽ വെച്ച് അവരോട് വിവരിച്ചു കേൾപ്പിച്ചു. അവൾ പറഞ്ഞു തീർന്നപ്പോൾ ജനം ആർപ്പുവിളിക്കുകയും നഗരമാകെ ആഹ്ലാദമുനികൾ മുഴക്കുകയും ചെയ്തു. ഇസ്രായേലിന്റെ ദൈവം ചെയ്ത പ്രവൃത്തികൾ കണ്ട അഖിയോർ ദൈവത്തിൽ ഗാഠമായി വിശ്വസിക്കുകയും പരിച്ഛേദനം സ്വീകരിച്ച് ഇസ്രായേൽ ഭവനത്തോട് ചേരുകയും ചെയ്യുന്നു. ഇന്നും അങ്ങനെ തന്നെ തുടരുന്നു. പ്രഭാതമായപ്പോൾ അവർ ഹോൾ ഓഫ് ഫർണാസിന്റെ ശിരസ് മതിലിൽ തൂക്കി. അവർ ആയുധവുമേന്തി ഗണങ്ങളായ മലപാതകളിലേക്ക് പുറപ്പെട്ടു. അസീറിയക്കാർ ഇത് കണ്ട് തങ്ങളുടെ സേനാധിപതികളെ വിവരമറിയിക്കുകയും സൈന്യാധിപന്മാർ, മറ്റു പടത്തലവന്മാർ, ഗണനായകന്മാർ എന്നിവരുടെ അടുത്തേക്ക് പോവുകയും ചെയ്തു. അവർ ഹോൾ ഓഫ് ഫർണാസിന്റെ കൂടാരത്തിലെത്തി അവന്റെ സ്വകാര്യ പരിചാരകരോട് പറഞ്ഞു, ഞങ്ങളുടെ യജമാനനെ ഉണർത്തുക. ഇതാ അടിമകൾ തങ്ങളുടെ സമ്പൂർണ്ണ നാശത്തിന് നമുക്കെതിരെ യുദ്ധത്തിന് പുറപ്പെടാനുള്ള ധൈര്യം കാണിച്ചിരിക്കുന്നു.
ബഗോവാസ് അകത്ത് പ്രവേശിച്ച കൂടാരവാതിൽക്കൽ മുട്ടി. അവൻ യൂദത്തിന്റെ കൂടെ ഉറങ്ങിയാണെന്ന് അത്രേ അവൻ ധരിച്ചത്. മറുപടി ലഭിക്കായികയാൽ അവൻ വാതിൽ തുറന്ന് ഉറക്കറയിൽ പ്രവേശിച്ചപ്പോൾ ഹോളോഫർണാസിന്റെ ശിരസറ്റ് തറയിൽ കിടക്കുന്നതാണ് കണ്ടത്. ശിരസ് അപ്രത്യക്ഷമായിരുന്നു. അവൻ ഉറക്കം നിലവിളിക്കുകയും ഏങ്ങിക്കരയുകയും വസ്ത്രം കീറുകയും ചെയ്തു. അവൻ യൂദിത്ത് പാർത്തിരുന്ന കൂടാരത്തിലെത്തി. അവളെ കാണാഞ്ഞതിനാൽ പുറത്ത് ആളുകളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് പറഞ്ഞു, ആ അടിമകൾ നമ്മെ ചതിച്ചു. ഒരു ഹെബ്രായക്കാരിയെ നബൂഖദ്നേസർ രാജാവിന്റെ ഭവനത്തിന് അപമാനം വരുത്തിയിരിക്കുന്നു. ഇതാ ഹോളോഫർണസ് നിലത്ത് കിടക്കുന്നു, അവന്റെ ശിരസ് ജഡത്തിൽ കാണുന്നില്ല. അസീറിയൻ സൈന്യാധിപൻ ഇത് കേട്ടപ്പോൾ പരിഭ്രാന്തരായി. വസ്ത്രം കീറി പാളയത്തിൽ അവരുടെ നിലവിളികളും അട്ടഹാസങ്ങളും ഉയർന്നു. അധ്യായം 15. കൂടാരത്തിലിരുന്നവർ അത് കേട്ടു. നടന്ന സംഭവത്തിൽ അവർ വിസ്മയഭരിതരായി. അവർ പേടിച്ചു വിറച്ച് ആരെയും ഞാൻ വായിച്ചോളാം. അവിടെ കരണ്ടില്ലേ? 15 അസറിയാക്കാരുടെ പാലായനം. കൂടാരത്തിരുന്നവർ അത് കേട്ടു. നടന്ന സംഭവത്തിൽ അവർ വിസ്മയഭരിതരായി. അവർ പേടിച്ചു വിറച്ച് ആരെയും കാത്തു നിൽക്കാതെ ഒരൊറ്റ കുതിപ്പിന് മലവെള്ളം സമതലത്തിലുള്ള എല്ലാ പാതകളിലൂടെ ഇറങ്ങിയോടി. ബെത്ലേഹേമിന് ചുറ്റുമുള്ള കുന്നുകളിൽ പാളയം അടിച്ചിരുന്നവരും പാലായനം ചെയ്തു. ഇസ്രായേൽ പടയാളികൾ അവരുടെ മേൽ ചാടി വീണു. ഉസിയാകട്ടെ ബത്തമസ്തായി, പേബായി, കോബ, കോള എന്നിവിടങ്ങളിലേക്കും ഇസ്രായേലിന്റെ അതിർത്തികളിലേക്കും അയച്ച് സംഭവിച്ചതെന്ന് അറിയിക്കുകയും തങ്ങളുടെ ശത്രുക്കളെ ആക്രമിച്ച് നശിപ്പിക്കാൻ അവരെ ആവേശം കൊള്ളിക്കുകയും ചെയ്തു. വാർത്ത കേട്ട ഇസ്രായേൽക്കാർ ഒറ്റക്കെട്ടായി ശത്രുവിന്റെ മേൽ ചാടി വീഴുകയും അവരെ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ട് കോബ അവരെ പിന്തുടരുകയും ചെയ്തു. ജെറൂസലേമിലും മലമ്പ്രദേശത്തും ഉണ്ടായിരുന്നവരും വന്നുയർന്നു. ശത്രുപാളയത്തിലുണ്ടായ സംഭവം അവരെ അറിയിച്ചിരുന്നു. ഗിലെയാദിലും ഗലീലയിലും വസിച്ചിരുന്നവർ ദമാസ്കസിനും അതിർത്തികൾക്കും അപ്പുറം വരെയും ശത്രുക്കളെ കടന്നാക്രമിച്ച് വൻപിച്ച കൊല നടത്തി. ശേഷിച്ച ബെത്തൂലിയക്കാർ അസീറിയക്കാരുടെ പാളയം കൊള്ള ചെയ്ത് ധാരാളം മുതൽ കൈവശമാക്കി. സംഹാരം കഴിഞ്ഞ ഇസ്രായേൽക്കാർ മടങ്ങിച്ചെന്ന് ശേഷിച്ചത് കൈവശപ്പെടുത്തി. സമതലത്തിലും മലമ്പ്രദേശത്തും ഉണ്ടായിരുന്ന ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ധാരാളം കൊള്ള മുതൽ ചെന്നെത്തി. അത് അത്ര അധികം ഉണ്ടായിരുന്നു. ഇസ്രായേൽ ആഹ്ലാദിക്കുന്നു. കർത്താവ് ഇസ്രായേൽ ചെയ്ത നന്മകൾക്ക് സാക്ഷ്യം വഹിക്കുകയും യൂദത്തിനെ സന്ദർശിച്ച് മംഗളാശംസകൾ അറിയിക്കുകയും ചെയ്യാൻ പ്രധാന പുരോഹിതനായ യോവാക്കീമും ജെറൂസലേമിലെ ഇസ്രായേൽക്കാരുടെ ആലോചനാ സംഘവും വന്നു. അവളെ കണ്ട മാത്രയിൽ അവർ ഏകസ്വരത്തിൽ അനുഗ്രഹാശംസകൾ വർദ്ധിച്ചു. ജെറൂസലേമിന്റെ ഉന്നതിയും ഇസ്രായേലിന്റെ മഹിമയും ദേശത്തിന്റെ അഭിമാനവുമാണ് നീ ഒറ്റയ്ക്ക് ഇതെല്ലാം ചെയ്ത് ഇസ്രായേലിന് വലിയ നന്മ ചെയ്തിരിക്കുന്നു. ദൈവം അതിൽ പ്രസാദിച്ചിരിക്കുന്നു. സർവശക്തനായ കർത്താവ് നിന്നെ എന്നേക്കും അനുഗ്രഹിക്കട്ടെ. ജനക്കൂട്ടം പറഞ്ഞു, അങ്ങനെ സംഭവിക്കട്ടെ. ജനം 30 ദിവസം പാളയം കൊള്ളയടിച്ചു. അവർ ഹോളോഫർണാസിന്റെ കൂടാരവും വെള്ളിത്തട്ടങ്ങളും ശയ്യകളും പാത്രങ്ങളും ഗൃഹോപകരണങ്ങളും യൂദത്തിന് നൽകി. അവൾ അവ കഴുതപ്പുറത്ത് കയറ്റുകയും വണ്ടികൾ കൂട്ടിയിണക്കി സാധനങ്ങൾ അതിൽ കൂമ്പാരം കൂട്ടുകയും ചെയ്തു. അപ്പോൾ ഇസ്രായേലിലെ സ്ത്രീകൾ എല്ലാവരും കൂടെ അവളെ കാണാനെത്തി. അവർ അവൾക്ക് ആശിസ് അരുളി. ചിലർ അവളുടെ മുൻപിൽ നൃത്തം ചെയ്തു. അവളാകട്ടെ മരച്ചില്ലകൾ എടുത്ത് തന്നോടുകൂടി ഉണ്ടായിരുന്ന ആ സ്ത്രീകൾക്ക് നൽകി. അനന്തരം അവളുടെ കൂടെ ഉണ്ടായിരുന്നവർ ഒലിവിലകൾ കൊണ്ട് കിരീടമുണ്ടാക്കി അണിഞ്ഞു. ആ മകളുടെ മുൻപിൽ നൃത്തം ചെയ്ത് അവരെ നയിച്ചുകൊണ്ട് അവൾ ജനത്തിന്റെ മുൻപിൽ പോയപ്പോൾ ആയുധധാരികളായ ഇസ്രായേൽ പുരുഷന്മാർ പൂമാലകൾ അണിഞ്ഞു പാട്ടുപാടിക്കൊണ്ട് അവരെ അനുഗമിച്ചു. യൂദത്ത് ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് കൃതജ്ഞതാസ്തോത്രം ആലപിച്ചു. ജനം ആ സ്തുതിഗീതം ഉച്ചത്തിൽ ഏറ്റുപാടി. യൂദത്തിലെ കീർത്തനം. അധ്യായം 16. യൂദത്ത് പാടി. എന്റെ ദൈവത്തിന് തമ്പുരു മീട്ടി ഒരു ഗാനം ആരംഭിക്കുവിൻ. എന്റെ നാഥന് കൈത്താളം കൊട്ടി ഒരു നവകീർത്തനം ആലപിക്കുവിൻ. അവിടുത്തെ പുകഴ്ത്തുവിൻ. അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ. ദൈവമാണ് യുദ്ധങ്ങളെ തകർക്കുന്ന കർത്താവ്. എന്നെ പിന്തുടർന്നവരുടെ കയ്യിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിച്ചു. ജനത്തിന്റെ മധ്യത്തിൽ അവിടുത്തെ പാളയത്തിലേക്ക് എന്നെ നയിച്ചു. വടക്കുള്ള പർവ്വതങ്ങളിൽ നിന്ന് അസീറിയക്കാരൻ ഇറങ്ങി വന്നു. എണ്ണമറ്റ യോദ്ധാക്കളുമായി അവൻ വന്നു. അവരുടെ സമൂഹം താഴ്വരകളിൽ നിറഞ്ഞു. അവരുടെ കുതിരപ്പട കുന്നുകളെ മൂടി. എന്റെ നാട് അഗ്നിക്കിരയാക്കുമെന്നും യുവാക്കളെ വാണിനിരയാക്കുമെന്നും പൈതങ്ങളെ നിലത്തടിക്കുമെന്നും കുട്ടികളെ ഇരയായി പിടിക്കുമെന്നും കന്യകളെ കൊള്ള മുതലായി കൈക്കലാക്കുമെന്നും അവൻ അഹങ്കരിച്ചു. എന്നാൽ സർവശക്തനായ കർത്താവെ, ഒരു സ്ത്രീയുടെ കയ്യാൽ അവന്റെ പദ്ധതികൾ തകിടം മറിച്ചു. യുവാക്കളുടെ കരങ്ങളല്ല അവരുടെ ശക്തനെ വീഴ്ത്തിയത്. മല്ലന്മാരുടെ മക്കൾ അവനെ തകർത്തില്ല. അധികായന്മാർ അവന്റെ മേൽ ചാടി വീണില്ല. എന്നാൽ മെറാറിയുടെ പുത്രി യൂദത്ത് 14 ലാവണ്യത്താൽ അവനെ കീഴടക്കി. മർദ്ദിതരായ ഇസ്രായേൽ ജനത്തെ ഉദ്ധരിക്കാൻ അവൾ തന്റെ വൈദ്യ ദുഃഖം മറച്ചുവെച്ചു. മുഖത്ത് സുഗന്ധദ്രവ്യങ്ങൾ ലേപനം ചെയ്തു. ശിരോഭൂഷണം കൊണ്ട്
കേശം ബന്ധിച്ചു, അവനെ വശീകരിക്കാൻ നേർത്ത മേലങ്കി ധരിച്ചു. അവളുടെ പാദവും അവന്റെ കണ്ണു കവർന്നു. അവളുടെ സൗന്ദര്യ ഹൃദയത്തെ വീഴ്പ്പെടുത്തി വാൻകളത്തെ വിച്ഛേദിച്ചു. പേർഷ്യക്കാർ അവളുടെ ധീരത കണ്ടു വിറച്ചു. നീതിയാക്കാർ അവളുടെ ധൈര്യം കണ്ട് ഭയചകിതരായി. പീഡിതരായ എന്റെ ജനം ആനന്ദത്താൽ കുളിച്ചു. ബലഹീനർ അട്ടഹസിച്ചു, ശത്രുക്കൾ വിറച്ചു. ശബ്ദാഘോഷം മുഴക്കി അവർ വൈരിയെ തിരിച്ചോടിച്ചു. ദാസീപുത്രന്മാർ അവരെ പിളർന്നു. അഭയാർത്ഥികളുടെ മക്കളെന്നോണം അവർ മുറിവേൽപ്പിക്കപ്പെട്ടു. എന്റെ കർത്താവിന്റെ സൈന്യത്തിന്റെ മുമ്പിൽ അവർ നശിച്ചു. ഞാൻ എന്റെ ദൈവത്തിൽ ഒരു പുതിയ കീർത്തനം ആലപിക്കും. കർത്താവെ, അങ്ങ് ഉന്നതനും മഹമയാർന്നവരുമാണല്ലോ. അത്ഭുത പരാക്രമിയും അജയനുമല്ലോ. അങ്ങയുടെ സൃഷ്ടികളെല്ലാം അങ്ങയെ സേവിക്കട്ടെ. അങ്ങ് കൽപ്പിച്ചു, അവ ഉളവായി. അവിടുന്ന് ആത്മാവിനെ അയച്ചു, അത് അവയ്ക്ക് രൂപമേകി. അവിടുത്തെ സ്വരം അപ്രതിരോധ്യമാണ്. പർവ്വതങ്ങളുടെ അടിത്തറ തിരമാലകൾ കൊണ്ടുള്ളതും. അങ്ങയുടെ മുമ്പിൽ പാറകൾ മെഴുകുപോലെ ഒഴിക്കും. എന്നാൽ അങ്ങയുടെ ഭക്തരോട് അങ്ങ് കരുണ കാണിച്ചുകൊണ്ടിരിക്കും. സുരഭില കാഴ്ചയായി അവിടത്തേക്ക് അർപ്പിക്കുന്ന ബലി നിസ്സാരം. ദഹന ബലികൾക്കുള്ള കൊഴുപ്പ് എത്ര തുച്ഛം. എന്നാൽ കർത്താവിന്റെ ഭക്തൻ എന്നേക്കും വലിയവനായിരിക്കും. തന്റെ ജനത്തെ എതിർക്കുന്ന രാജ്യങ്ങൾക്ക് കഷ്ടം. വിധിദിനത്തിൽ സർവശക്തനായ കർത്താവ് അവരോട് പ്രതികാരം ചെയ്യും. അവരുടെ ശരീരങ്ങളിലേക്ക് തീയും പുഴുക്കളും അയക്കും. വേദനയാൽ അവൾ നിത്യം വിലപിക്കും. ജെറൂസലേത്തിലെത്തിയപ്പോൾ അവർ ദൈവത്തെ ആരാധിച്ചു. ശുദ്ധീകരണം കഴിഞ്ഞ ഉടനെ ജനം ദഹനബലികളും സമുദ്ര കാഴ്ചകളും മറ്റു കാഴ്ചകളും അർപ്പിച്ചു. യൂദത്ത് ജനം തനിക്കിറങ്ങിയ ഹോളോഫർണസിന്റെ പാത്രങ്ങൾ ദൈവത്തിന് സമർപ്പിച്ചു. അവന്റെ കിടക്കറയിൽ നിന്ന് തനിക്കായി എടുത്തിരുന്ന മേൽക്കെട്ടി അവൾ കർത്താവിന് നേർച്ചയായി അർപ്പിച്ചു. ജനം ജെറുസലേമിൽ വിശുദ്ധ മന്ദിരത്തിന് മുമ്പിൽ വന്ന് 3 മാസക്കാലം ഉത്സവാഘോഷങ്ങൾ നടത്തി. യൂദത്ത് അവരോടൊപ്പം വസിച്ചു. യൂദത്തിന്റെ അന്തിമ വർഷങ്ങൾ. അതിനുശേഷം അവർ തങ്ങളുടെ മൃദുഭവനങ്ങളിലേക്ക് മടങ്ങി. യൂദത്ത് ബത്തലിയായിലേക്ക് പോയി. ജീവിതകാലം മുഴുവൻ സകല ജനത്തിനും ആദരണീയായി അവൾ അവിടെ തന്റെ ഭൂമിയിൽ വസിച്ചു. അവളെ വിവാഹം ചെയ്യാൻ പലരും ആഗ്രഹിച്ചു. എന്നാൽ തന്റെ ഭർത്താവ് മാനസെ മരിച്ച് പിതാക്കന്മാരോട് ചേർന്നത് മുതൽ ജീവിതകാലം മുഴുവൻ അവൾ വിധവയായി കഴിഞ്ഞു. അവളുടെ യശസ് നിരന്തരം വർദ്ധിച്ചു വന്നു. വൃദ്ധയായി 105 വയസ്സ് വരെ അവൾ ഭർത്തഗ്രഹത്തിൽ വസിച്ചു. അവൾ തന്റെ ദാസിയെ സ്വതന്ത്രയാക്കി. യൂദത്ത് ബത്തൂരിയായി വെച്ച് മൃതിയടഞ്ഞു. ഭർത്താവായ മാനസെ അടക്കി കല്ലറയിൽ അവൾ അവരെ സംസ്കരിച്ചു. ഇസ്രായേൽ ജനം അവളെ ഓർത്ത് 7 ദിവസം ദുഃഖമാചരിച്ചു. അവൾ മരിക്കുന്നതിന് മുമ്പ് സ്വത്തുക്കൾ ഭർത്താവായ മാനസയുടെ ഒറ്റ ബന്ധുക്കൾക്കും തന്റെ ഏറ്റവും അടുത്ത ചാർച്ചക്കാർക്കും വീതിച്ചു കൊടുത്തു. യൂദത്തിന്റെ കാലത്തോ അവളുടെ മരണത്തിന് ശേഷം ദീർഘകാലത്തേക്കോ ആരും ഒരിക്കലും ഇസ്രായേൽ ജനതയെ ഭീഷണിപ്പെടുത്തിയില്ല. എസ്തേർ. മർദാക്കായുടെ സ്വപ്നം. മഹാനായ അഹസ്വേരോസിന്റെ 2ാം ഭരണവർഷം നീസാൻ മാസം 1-ാം തീയതി ജായിറിന്റെ മകൻ മർദാക്കായി ഒരു സ്വപ്നം കണ്ടു. ജായിർ ബെഞ്ചമിൻ ഗോത്രത്തിന്റെ കിഷിന്റെ മകൻ ഷിമേയുടെ പുത്രനായിരുന്നു. സുസാൻ നഗരത്തിൽ ജീവിച്ചുകൊണ്ട് രാജകൊട്ടാരത്തിൽ സേവനം ചെയ്തിരുന്ന മഹാനായ ഒരു യഹൂദനായിരുന്നു മർദാക്കായി. ബാബിലോൺ രാജാവായ നബൂഖദ്നേസർ യൂദാ രാജാവായ യാക്കോണിയോടൊപ്പം ജെറുസലേമിൽ നിന്ന് കൊണ്ടുപോകുന്ന തടവുകാരിൽ ഒരുവനായിരുന്നു അവൻ. സ്വപ്നം ഇതായിരുന്നു: ഭൂമുഖത്ത് ബഹളവും സംഭ്രാന്തിയും ഇടിമുഴക്കവും ഭൂകമ്പങ്ങളും ലഹളയും. 2 ഭീകര സ്വത്വങ്ങൾ പൊരുതാൻ തുടങ്ങി മുന്നോട്ട് വന്നു. അവ അതിഭയങ്കരമായി അലറിക്കൊണ്ടിരുന്നു. അവയുടെ അലർച്ച കേട്ട് സകല ജനതകളും നീതിമാന്മാരുടെ ജനതയ്ക്ക് എതിരെ യുദ്ധത്തിനൊരുങ്ങി. ഭൂമുഖത്ത് അന്ധകാരത്തിന്റെയും നൈരാശ്യത്തിന്റെയും കഷ്ടതയുടെയും ദുരിതത്തിന്റെയും പീഡനത്തിന്റെയും കലാപത്തിന്റെയും ഒരു ദിവസം. നീതിമാന്മാരുടെ ജനത മുഴുവൻ കഷ്ടതയിലായി. തങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ദുഷ്ടതകളെ അവർ ഭയപ്പെട്ടു. നശിക്കാൻ അവർ തയ്യാറായി. അപ്പോൾ അവർ ദൈവത്തെ വിളിച്ചു. അവരുടെ കരച്ചിൽ നിന്ന് ചെറിയ ഉറവയിൽ നിന്ന പോലെ ധാരാളം ജലമുള്ള ഒരു മഹാനദി ഉണ്ടായി. പ്രകാശം വന്നു. സൂര്യൻ ഉദിച്ചുയർന്നു. എളിയവൻ ഉയർത്തപ്പെട്ടു. ഉന്നതർ നശിപ്പിക്കപ്പെട്ടു. ദൈവം ചെയ്യാൻ ഉറപ്പിച്ചിരിക്കുന്നത് എന്തെന്ന് മർദാക്കോയി ഈ സ്വപ്നത്തിൽ കണ്ടു. ഉണർന്നപ്പോൾ അത് അവന്റെ മനസ്സിൽ തങ്ങി നിന്നു. അതെല്ലാ വിശദാംശങ്ങളോടുകൂടെ ഗ്രഹിക്കാൻ അവന്റെ ദിവസം മുഴുവൻ ശ്രമിച്ചു. രാജാവിനെതിരെ ഗൂഢാലോചന. കൊട്ടാരത്തിന്റെ അങ്കണത്തിൽ കാവൽ നിന്ന ഗബാദ, താറ എന്നീ ഷണ്ടന്മാരോടൊപ്പം മർദോക്കായി അങ്കണത്തിൽ വിശ്രമിക്കുകയായിരുന്നു. അവൻ അവരുടെ സംഭാഷണം കേൾക്കാനിടയായി. അവരുടെ ഉദ്ദേശം ആരാഞ്ഞറിഞ്ഞു. അവർ അഹസ്വേരോസ് രാജാവിനെ വധിക്കാൻ ഒരുങ്ങുകയാണെന്ന് മനസ്സിലാക്കി. അവരെ പറ്റി അവൻ രാജാവിനെ അറിയിച്ചു. രാജാവ് 2 ഷണ്ടന്മാരെ വിചാരണ ചെയ്തു കുറ്റം സമ്മതിച്ച് അവരെ വധശിക്ഷയ്ക്ക് ഏൽപ്പിച്ചു. രാജാവ് ഈ സംഭവങ്ങളുടെ ഒരു രേഖ ഉണ്ടാക്കി സൂക്ഷിച്ചു. മർദാക്കായി അവയുടെ ഒരു വിവരണവും തയ്യാറാക്കി. രാജാവ് മർദാക്കായുടെ കൊട്ടാരത്തിൽ സേവനം ചെയ്യാൻ കൽപ്പിക്കുകയും ഈ കാര്യങ്ങൾക്ക് അവന് സമ്മാനം കൊടുക്കുകയും ചെയ്തു. എന്നാൽ ബുഗയോനായ അമ്മേദാദയുടെ മകൻ ഹാമാനോട് രാജാവിന് വലിയ മതിപ്പായിരുന്നു.
അവനാകട്ടെ രാജാവിന്റെ ആ 2 ഷണ്ഡന്മാരെ പ്രതി മൊർദെഖായിയും അവന്റെ ആളുകളെയും ഉപദ്രവിക്കാൻ തക്കം പാർത്തിരുന്നു. അധ്യായം 1. അഹസ്വെരൂസിന്റെ വിരുന്ന്. ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള 127 പ്രാവശ്യങ്ങൾ ഭരിച്ചിരുന്ന അഹസ്വേരോസ് രാജാവ് തലസ്ഥാനമായ സൂസായിലെ സിംഹാസനത്തിൽ വാഴുമ്പോൾ തന്റെ 3-ാം ഭരണവർഷം തന്റെ സകല പ്രഭുക്കന്മാർക്കും സേവകന്മാർക്കും പേർഷ്യയിലെയും മേദിയയിലെ സേനാധിപന്മാർക്കും പ്രാവിശ്യകളുടെ പ്രഭുക്കന്മാർക്കും നാടുവാഴികൾക്കും ഒരു വിരുന്ന് നൽകി. 180 ദിവസം അവൻ തന്റെ രാജകീയ മഹത്വത്തിന്റെ സമൃദ്ധിയും തന്റെ പ്രതാപ ഐശ്വര്യങ്ങളുടെ ആഡംബരപൂർണതയും അവരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചു. അത് കഴിഞ്ഞ് തലസ്ഥാനമായ സൂസായിലുണ്ടായിരുന്ന വലിയവരും ചെറിയവരുമായ സകലർക്കും കൊട്ടാരത്തിലെ ഉദ്യാനാങ്കണത്തിൽ വെച്ച് 7 ദിവസം നീണ്ടുനിന്ന വിരുന്ന് നൽകി. അവിടെ മാർബിൾ സ്തംഭങ്ങളുള്ള വെള്ളി വളയങ്ങളിൽ ചമന്ന നേർത്ത ചണനൂലുകൾ കോർത്ത് പരുത്തി തുണി കൊണ്ടുള്ള വെളുപ്പും നീലയുമായ യവനികൾ തൂക്കിയിട്ടിരുന്നു. അമൃതശില, വെണ്ണക്കല്ല്, മുത്തുച്ചിപ്പി, രത്നക്കല്ലുകൾ ഇവയെടുത്ത് വർണ്ണശബളമാക്കിയ തളത്തിൽ പൊന്നുകൊണ്ടും വെള്ളികൊണ്ടും നിർമ്മിച്ച തൽപ്പങ്ങളും ഉണ്ടായിരുന്നു. വിവിധ തരം പൊൻചഷകങ്ങളിലാണ് പാനീയങ്ങൾ പകർന്നിരുന്നത്. രാജകീയ വീഞ്ഞും രാജാവിന്റെ ഔദാര്യം അനുസരിച്ച് നിർലോഭം വിളമ്പി. കുടിക്കുന്നത് നിയമാനുസൃതമായിരുന്നു. എന്നാൽ കുടിക്കാൻ ആരെയും നിർബന്ധിച്ചില്ല. ഓരോരുത്തരുടെ ഇഷ്ടം നോക്കണമെന്ന് സേവകന്മാർക്ക് രാജാവ് കൽപ്പന കൊടുത്തിരുന്നു. അഹസ്വേരോസ് രാജാവിന്റെ കൊട്ടാരത്തിലെ സ്ത്രീകൾക്ക് വാഷ്ടി രാജ്ഞി ഒരു വിരുന്ന് നൽകി. 7-ാം ദിവസം രാജാവിന്റെ ഹൃദയം വീഞ്ഞു കുടിച്ച് സന്തുഷ്ടമായപ്പോൾ വാഷ്ടി രാജ്ഞിയുടെ സൗന്ദര്യം ജനങ്ങൾക്കും പ്രഭുക്കന്മാർക്കും കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവളെ രാജകീയ കിരീടം ധരിപ്പിച്ച് രാജസന്നിധിയിൽ ആനയിക്കാൻ അഹസ്വേരോസ് രാജാവ് കൊട്ടാരത്തിലെ സേവകരായ മെഹുമാൻ, ബിസ്ത, കർബോണ, ബിഗ്ദ, അബ്ഗദ, സേദാർ, കാർക്കാസ് എന്നീ ഷണ്ഡന്മാരോട് കൽപ്പിച്ചു. രാജ്ഞി കാഴ്ചയ്ക്ക് വളരെ അഴകുള്ളവളായിരുന്നു. ഷണ്ഡന്മാർ അറിയിച്ച രാജകൽപ്പന അനുസരിച്ച് വരുന്നതിനെ വാഴ്ത്തി രാജ്ഞി വിസ്മതിച്ചു. തന്മൂലം രാജാവ് കോപിച്ചു. കോപം ഉള്ളിലാളിക്കടത്തി. നിയമത്തിലും ന്യായത്തിലും പാണ്ഡിത്യമുള്ളവരോട് ആലോചന ചോദിക്കുക രാജാവിന്റെ പതിവായിരുന്നു. തന്റെ മുഖഭാവം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന പേർഷ്യയിലെ മേദിയയിലെ പ്രമുഖന്മാരായ കർഷനാൻ, ഷെത്താർ, അത്മദ, താർഷിഷ്, മേരസ്, മർസേന, മെമൂക്കാൻ എന്നീ ജ്ഞാനികളും പ്രമുഖന്മാരായ 7 പേരോടും രാജാവ് ആരാഞ്ഞു. നിയമമനുസരിച്ച് വാഴ്ത്തി രാജ്ഞിയോട് എന്താണ് ചെയ്യേണ്ടത്? അഹസ്വേരോസ് രാജാവ് ഷണ്ഡന്മാർ മുഖേന അറിയിച്ച കൽപ്പന അവൾ അനുസരിച്ചില്ല. അപ്പോൾ മെമൂക്കാൻ രാജാവിനോടും പ്രഭുക്കന്മാരോടുമായി പറഞ്ഞു. രാജാവിനോട് മാത്രമല്ല പ്രഭുക്കന്മാരോടും അഹസ്വേരോസ് രാജാവിന്റെ എല്ലാ പ്രവിശ്യകളിലോടും നിന്നുള്ള സകല ജനങ്ങളോടുമാണ് വാഴ്ത്തി രാജ്ഞി തെറ്റ് ചെയ്തിരിക്കുന്നത്. രാജ്ഞിയുടെ ഈ പ്രവൃത്തി എല്ലാ സ്ത്രീകളും അറിയുകയും ഭർത്താക്കന്മാരെ അവർ അവജ്ഞയോട് വീക്ഷിക്കുന്നതിനെ ഇടയാക്കുകയും ചെയ്യും. അവർ പറയും, തന്റെ മുമ്പിൽ വരാൻ അഹസ്വേരോസ് രാജാവ് വാഴ്ത്തി രാജ്ഞിയോട് ആജ്ഞാപിച്ചു. അവൾ ചെന്നില്ല. രാജ്ഞിയുടെ പെരുമാറ്റത്തെ പറ്റി കേട്ട പേർഷ്യയിലെയും മേദിയയിലെയും വനിതകൾ അതിനെപ്പറ്റി ഇന്ന് തന്നെ രാജാവിന്റെ സകല പ്രമുഖന്മാരോടും പറയും. അങ്ങനെ എങ്ങും വലിയ അവജ്ഞയും അമർഷവും ഉണ്ടാകും. രാജാവിന് ഹിതമെങ്കിൽ വാഴ്ത്തി നീ ഒരിക്കലും അഹസ്വേരോസ് രാജാവിന്റെ മുമ്പിൽ വരരുതെന്ന് ഒരു രാജശാസനം പുറപ്പെടുവിച്ച് അതിന് മാറ്റം വരാതിരിക്കത്തക്ക വിധം അത് പേർഷ്യക്കാരുടെയും മേദിയക്കാരുടെയും നിയമങ്ങളിൽ എഴുതട്ടെ. രാജ്ഞിപദം അവളേക്കാൾ ശ്രേഷ്ഠമായ ഒരുവൾക്ക് രാജാവ് നൽകുകയും ചെയ്യട്ടെ. അപ്രകാരം രാജകൽപ്പന വിസ്തൃതമായ രാജ്യത്തെങ്ങും വിളംബരം ചെയ്യുമ്പോൾ സകല സ്ത്രീകളും വലിയവരും ചെറിയവരും തങ്ങളുടെ ഭർത്താക്കന്മാരെ ബഹുമാനിക്കും. ഈ ഉപദേശം രാജാവിനും പ്രഭുക്കന്മാർക്കും ഇഷ്ടപ്പെട്ടു. മെമുക്കാൻ നിർദ്ദേശിച്ചതുപോലെ രാജാവ് ചെയ്തു. പുരുഷന്മാർ വീടുകളിൽ നാഥന്മാരായിരിക്കണമെന്നും രാജാവ് തന്റെ സകല പ്രാവശ്യങ്ങളിലേക്കും എഴുത്തുകൾ അയച്ചു. ഓരോ പ്രാവശ്യക്കും അതിന്റെ ലിപിയിലും ഓരോ ജനതയ്ക്കും അതിന്റെ ഭാഷയിലും ആണ് എഴുതിയത്. അധ്യായം 2. എസ്തേറിന്റെ രാജ്ഞിവധം. കോപം ശമിച്ചപ്പോൾ അഹസ്വേരോസ് രാജാവ് വാഴ്ത്തിയെയും അവളുടെ പ്രവൃത്തിയെയും അവർക്കെതിരെ പുറപ്പെടുവിച്ച കൽപ്പനയും ഓർത്തു. രാജാവിനെ സേവിച്ചിരുന്ന ഭൃത്യന്മാർ പറഞ്ഞു, സൗന്ദര്യമുള്ള യുവകന്യകമാരെ രാജാവിന് വേണ്ടി അന്വേഷിക്കട്ടെ. രാജ്യത്തെ സകല പ്രവിശ്യകളിലും രാജാവ് സേവകന്മാരെ നിയമിച്ചാലും അവർ സ്ത്രീകളുടെ ചുമതല വഹിക്കുന്നതിനും രാജാവിന്റെ ഷണ്ഡനുമായ ഹെഗായിയുടെ നേതൃത്വത്തിൽ തലസ്ഥാനമായ സൂസായിലെ അന്തഃപുരത്തിൽ സൗന്ദര്യമുള്ള സകല യുവകന്യകമാരെയും കൊണ്ടുവരട്ടെ. അവർക്ക് വേണ്ട ലേപന വസ്തുക്കളും കൊടുക്കട്ടെ. രാജാവിന് ഇഷ്ടപ്പെടുന്ന കന്യക വാഴ്ത്തിക്ക് പകരം രാജ്ഞിയാകട്ടെ. അത് രാജാവിന് ഇഷ്ടപ്പെട്ടു. അവൻ അങ്ങനെ ചെയ്തു. തലസ്ഥാനമായ സൂസായിൽ മർദെഖായി എന്നൊരു യഹൂദൻ ഉണ്ടായിരുന്നു. അവൻ ബെഞ്ചമിൻ ഗോത്രജനായ കിഷിന്റെ മകൻ ഷിമയുടെ മകനായ ജായിറിന്റെ മകനായിരുന്നു. ബാബിലോൺ രാജാവ് നെബൂഖദ്നേസർ യൂദാ രാജാവായ യെഖൊന്യായോടൊപ്പം ജെറൂസലേമിൽ നിന്ന് തടവുകാരായി കൊണ്ടവരുടെ കൂട്ടത്തിൽ അവനും ഉൾപ്പെട്ടിരുന്നു. അവൻ തന്റെ സഹോദരന്റെ മകളായ ഹദാസായെ എസ്തേറിനെ വളർത്തിയിരുന്നു.
അവൾക്ക് അപ്പനും അമ്മയും ഇല്ലായിരുന്നു. ആ യുവതി രൂപമതിയും സുമുഖിയുമായിരുന്നു. മാതാപിതാക്കൾ മരിച്ച് അവളെ മൊർദെഖായി സ്വന്തം മകളായി സ്വീകരിച്ചു. രാജാവ് വിളംബരം ചെയ്ത കൽപ്പന അനുസരിച്ച് തലസ്ഥാനമായ സൂസായിൽ കൊണ്ടുവന്ന് സ്ത്രീകളുടെ ചുമതല വഹിക്കുന്ന ഹെഗായിയെ ഏൽപ്പിച്ച അനേകം കന്യകമാരുടെ കൂട്ടത്തിൽ എസ്തേറും ഉണ്ടായിരുന്നു. അവളെ അവൻ ഇഷ്ടപ്പെടുകയും അവൾ അവന്റെ പ്രീതി നേടുകയും ചെയ്തു. അവൻ അവൾക്ക് ആവശ്യമായ സുഗതധൈര്യങ്ങളും ഭക്ഷണവും രാജകൊട്ടാരത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത 7 തോഴിമാരെയും കൊടുത്തു. അവൾക്കും തോഴിമാർക്കും അന്തഃപുരത്തിലെ ഏറ്റവും നല്ല സ്ഥലം നൽകി. തന്റെ വംശമോ കുലമോ എസ്തർ ആർക്കും വെളിപ്പെടുത്തിയിരുന്നില്ല. അതാരോടും പറയരുതെന്ന് മൊർദെഖായി അവളോട് കൽപ്പിച്ചിരുന്നു. എസ്തറിന് സുഖമാണോ എന്നറിയാൻ മൊർദെഖായി ദിവസവും അന്തഃപുരത്തിന്റെ മുൻവശത്തൂടെ നടക്കുമായിരുന്നു. യുവതികളുടെ സൗന്ദര്യവർദ്ധനത്തിന് 6 മാസം നീരാതൈലവും 6 മാസം സുഗന്ധദ്രവ്യങ്ങളും ലേപനങ്ങളും കൊണ്ടുള്ള പരിചരണ പരിപാടി നിശ്ചയിച്ചിരുന്നു. ഈ 12 മാസം കഴിഞ്ഞ് ഓരോ യുവതിയും തവണ അനുസരിച്ച് അഹസ്വേരോസ് രാജാവിന്റെ അടുത്തേക്ക് ചെന്നു. ഓരോ യുവതിയും രാജസന്നിധിയിലേക്ക് പോകുമ്പോൾ താൻ ആഗ്രഹിക്കുന്നത് എന്തും അന്തഃപുരത്ത് നിന്ന് രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ അനുവദിച്ചിരുന്നു. സന്ധ്യയ്ക്ക് അവൾ പോയിട്ട് രാവിലെ ഉപനാരികളുടെ മേൽവിചാരകരും രാജാവിന്റെ ഷണ്ഡനുമായ ഷഷ്ഗസിന്റെ കീഴിലുള്ള അന്തഃപുരത്തിലേക്ക് മടങ്ങും. രാജാവിന് അവളിൽ പ്രീതി തോന്നുകയും അവളെ പേര് ചൊല്ലി വിളിക്കുകയും ചെയ്തില്ലെങ്കിൽ അവൾ വീണ്ടും രാജസന്നിധിയിൽ പോവുകയില്ല. മൊർദെഖായിയുടെ പ്രതിവിനായ അബീഹായിലിന്റെ മകളും അവൻ മകളായി ദത്തെടുത്തോളുമായ എസ്തർ രാജസന്നിധിയിൽ ചെല്ലാനുള്ള തവണ വന്നപ്പോൾ രാജസ്ത്രീകളുടെ ചുമതലക്കാരനും രാജാവിന്റെ ഷണ്ഡനുമായ ഹെഗായി നിർദ്ദേശിച്ചവയല്ലാതെ മറ്റൊന്നും ആവശ്യപ്പെട്ടില്ല. കാണുന്നവരുടെ എല്ലാം പ്രീതി എസ്തർ നേടിയിരുന്നു. രാജാവിന്റെ 7-ാം ഭരണവർഷം 10-ാം മാസം, അതായത് തേബ് മാസം, കൊട്ടാരത്തിൽ അഹസ്വേരോസ് രാജാവിന്റെ അടുത്തേക്ക് എസ്തറിനെ കൊണ്ടുപോയി. രാജാവ് മറ്റെല്ലാ സ്ത്രീകളെക്കാൾ കൂടുതൽ എസ്തറിനെ സ്നേഹിച്ചു. അവന്റെ മുമ്പിൽ സകല കന്യകുമാരെക്കാൾ അധികം അവൾ പ്രീതിയും ആനുകൂല്യവും നേടി. തന്മൂലം അവൻ രാജകീയ കിരീടം അവളുടെ തലയിൽ വെച്ച് അവളെ വാഴ്ത്തിക്ക് പകരം രാജ്ഞിയാക്കി. അനന്തരം രാജാവ് എസ്തറിന്റെ പേരിൽ തന്റെ എല്ലാ പ്രമുഖന്മാർക്കും സേവകന്മാർക്കും ഒരു വലിയ വിരുന്ന് നൽകി. അവൻ പ്രവിശ്യകളുടെ നീതികളിൽ ഇളവ് വരുത്തി തന്റെ രാജകീയ ഔദാര്യത്തിനൊത്ത വിധം സമ്മാനങ്ങൾ കൊടുക്കുകയും ചെയ്തു. 2-ാം പ്രാവശ്യം കന്യകമാരെ വിളിച്ചുകൂട്ടിയപ്പോൾ മൊർദെഖായി കൊട്ടാരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. എസ്തർ ആകട്ടെ മൊർദെഖായി കൽപ്പിച്ചതനുസരിച്ച് തന്റെ വംശമോ കുലമോ വെളിപ്പെടുത്തിയിരുന്നില്ല. മൊർദെഖായി തന്നെ വളർത്തിയിരുന്ന കാലത്തെ പോലെ തന്നെ ഇപ്പോഴും എസ്തർ അവനെ അനുസരിച്ചിരുന്നു. ആ നാളുകളിൽ മൊർദെഖായി കൊട്ടാരവാതിൽക്കൽ ഇരിക്കുമ്പോൾ വാതിൽ കാവൽക്കാരും രാജാവിന്റെ ഷണ്ഡന്മാരുമായ ബിഗ്താനും തേരഷും കോപം കൊണ്ട് അഹസ്വേരോസ് രാജാവിനെ വധിക്കാൻ ആരംഭിച്ചു. ഈ കാര്യം മൊർദെഖായി അറിയുകയും അവനത് എസ്തർ രാജ്ഞിയോട് പറയുകയും ചെയ്തു. എസ്തർ അത് മൊർദെഖായിക്ക് വേണ്ടി രാജാവിനെ അറിയിച്ചു. അന്വേഷിച്ചപ്പോൾ അത് ശരിയാണെന്ന് കണ്ടു. ആ 2 പേരും കഴിവിലേറ്റപ്പെട്ടു. രാജസാന്നിധ്യത്തിൽ ഇത് ദിനവൃത്താന്ത പുസ്തകത്തിൽ രേഖപ്പെടുത്തി. അധ്യായം 3. ഹാമാൻ യഹൂദർക്കെതിരെ. ഇവയ്ക്ക് ശേഷം അഹസ്വേരോസ് രാജാവ് ആഗാഗ് വംശജനും ഹമേദാതയുടെ മകനുമായ ഹാമാന് സ്ഥാനക്കയറ്റവും ഉന്നത പദവിയും നൽകി. അവനെ മറ്റു പ്രഭുക്കന്മാരെക്കാൾ ഉന്നതനായി പ്രതിഷ്ഠിച്ചു. കൊട്ടാരവാതിൽക്കലുണ്ടായിരുന്ന സകല രാജസേവകന്മാരും ഹാമാന്റെ മുമ്പിൽ കുമ്പിട്ട് ആദരം കാണിച്ചു. അങ്ങനെ ചെയ്യണമെന്ന് രാജാവ് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ മൊർദെഖായി മുട്ടുമടക്കുകയോ അവനെ വണങ്ങുകയോ ചെയ്തില്ല. കൊട്ടാരവാതിൽക്കലുള്ള സേവകന്മാർ മൊർദെഖായിയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ രാജകൽപ്പന ധിക്കരിക്കുന്നത്? പല ദിവസം പറഞ്ഞിട്ടും അവൻ കേൾക്കുന്നില്ലെന്ന് കണ്ട് അവൻ വഴങ്ങുമോ എന്നറിയാൻ വിവരം അവൻ ഹാമാനോട് പറഞ്ഞു. താൻ യഹൂദനാണെന്ന് മൊർദെഖായി അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൊർദെഖായി തന്നെ മുമ്പിട്ട് വണങ്ങുന്നില്ലെന്ന് അറിഞ്ഞപ്പോൾ ഹാമാൻ ക്രുദ്ധനായി. മൊർദെഖായിയുടെ മേൽ മാത്രം കൈവച്ചാൽ പോരെന്ന് അവന് തോന്നി. മൊർദെഖായിയുടെ വംശമെന്ന് അവൻ അറിഞ്ഞിരുന്ന യഹൂദരെ മുഴുവൻ അഹസ്വേരോസ് രാജാവിന്റെ രാജ്യത്ത് നിന്ന് നിർമൂലനം ചെയ്യണമെന്ന് ഹാമാൻ ആഗ്രഹിച്ചു. അഹസ്വേരോസ് രാജാവിന്റെ 12-ാം ഭരണവർഷം ആദ്യ മാസമായ നീസാൻ മാസം ഹാമാന്റെ മുൻപിൽ വെച്ച് അവർ ദിനംതോറും കുറിയിട്ടു. 12-ാം മാസമായ ആദാർ വരെ അവർ ഓരോ മാസവും മുടങ്ങാതെ അത് തുടർന്നു. പിന്നെ ഹാമാൻ അഹസ്വേരോസ് രാജാവിനോട് പറഞ്ഞു, നിന്റെ രാജ്യത്തെ സകല പ്രവിശ്യകളിലെയും ജനങ്ങളുടെ ഇടയിൽ ചിന്തിച്ചിതറി കിടക്കുന്ന ഒരു വംശമുണ്ട്. അവരുടെ നിയമങ്ങൾ മറ്റു ജനതകളുടെ ഭിന്നമാണ്. അവർ രാജാവിന്റെ നിയമങ്ങൾ പാലിക്കുന്നില്ല. അവരെ വച്ചു പുലർത്തുന്നത് രാജാവിന് നല്ലതാണെന്ന് തോന്നുന്നില്ല. രാജാവിന് ഇഷ്ടമെങ്കിൽ അവരെ നശിപ്പിക്കാൻ കൽപ്പിച്ചാലും ഞാൻ അതിനുവേണ്ടി ഭണ്ഡാരത്തിലേക്ക് രാജാവിന്റെ കാര്യവിചാരകന്മാരുടെ പക്കൽ 10,000 താലന്ത് വെള്ളി നൽകാം. അതനുസരിച്ച് രാജാവ് തന്റെ മുദ്രമോതിരം ഊരി ദൂതരുടെ വിരോധിയും ഹമേദാതയുടെ മകനും അഗാഗിന്യമായ ഹാമാന് കൊടുത്തു. രാജാവ് ഹാമാനോട് പറഞ്ഞു, ആ ധനം നീ തന്നെ സൂക്ഷിച്ചുകൊള്ളുക. ആ ജനതയോടെ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തുകൊള്ളുക.
ആദ്യ മാസം 13-ാം ദിവസം രാജാവിന്റെ എഴുത്തുകാരെ വിളിച്ചുകൂട്ടി ഹാമാൻ കൽപ്പിച്ചതുപോലെ അവർ ഒരു രാജശാസനം എഴുതിയുണ്ടാക്കി. രാജപ്രതിനിധികൾക്കും സകല പ്രാവശ്യങ്ങളുടെയും നാടുവാഴികൾക്കും എല്ലാ ജനതകളുടെയും പ്രമുഖന്മാർക്കും ഓരോ പ്രാവശ്യക്കും അതാതിന്റെ ലിപിയിലും ഓരോ ജനതയ്ക്കും അതാതിന്റെ ഭാഷയിലും അവസരൂസ് രാജാവിന്റെ നാമത്തിൽ എഴുതി രാജമോതിരം കൊണ്ട് അതിൽ മുദ്ര വെച്ചു. സകല യഹൂദരെയും യുവാക്കന്മാരെയും വൃദ്ധന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും 12-ാം മാസമായ ആധാർ മാസം 13-ാം തീയതി ഒറ്റ ദിവസം കൊണ്ട് നശിപ്പിക്കുന്നതിനും കൊല്ലുന്നതിനും വംശനാശം വരുത്തുന്നതിനും അവരുടെ വസ്തുക്കൾ കൊള്ളയടിക്കുന്നതിനും രാജാവിന്റെ സകല പ്രാവശ്യങ്ങളിലെയും ദൂതന്മാർ വഴി കത്തുകൾ അയച്ചു. യഹൂദരെ നശിപ്പിക്കാൻ കൽപ്പന. അധ്യായം 13. കത്തിന്റെ പകർപ്പ്. അഹസ്വേരോസ് മഹാരാജാവ് ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള 127 പ്രവിശ്യകളിലെ ഭരണാധിപന്മാർക്കും അവരുടെ കീഴിലുള്ള നാടുവാഴികൾക്കും എഴുതുന്നത്: അനേകം ജനതകളുടെ ഭരണാധിപനും ഭൂമി മുഴുവന്റെയും യജമാനുമായ ഞാൻ അധികാരം നാട്യം നടത്തി എന്നെ തന്നെ ഉയർത്തുകയല്ല ചെയ്തത്. പ്രത്യുത എല്ലായ്പ്പോഴും ന്യായയുക്തമായും ദയാപൂർവമായുമാണ് പ്രവർത്തിച്ചുള്ളത്. എന്റെ എല്ലാ പ്രജകളും പൂർണ്ണമായ സ്വസ്ഥതയിൽ വസിക്കുന്നതിനും അങ്ങനെ എന്റെ രാജ്യത്തെ സമാധാനപൂർണ്ണമാക്കുന്നതിനും അതിന്റെ ഏത് ഭാഗത്തും ആർക്കും സഞ്ചരിക്കാൻ കഴിയുമാറ് അതിനെ സുരക്ഷിതമാക്കുന്നതിനും എല്ലാവരും ആഗ്രഹിക്കുന്ന സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇത് എങ്ങനെ സാധിക്കാമെന്ന് എന്റെ ഉപദേശകരോട് ചോദിച്ചപ്പോൾ ശ്രേഷ്ഠമായ ജ്ഞാനത്തിൽ നമ്മിൽ ആരെയും അതിശയിക്കുന്നവനും സുസ്ഥിരമായ സന്മനസ്സും ഇളക്കമില്ലാത്ത വിശ്വസ്തതയും കൊണ്ട് അതിവിശിഷ്ടനും രാജ്യത്തെ 2-ാം സ്ഥാനം നേടിയവരുമായ ഹാമാൻ ഇങ്ങനെ ധരിപ്പിച്ചു: ലോകത്തിലെ എല്ലാ ജനതകളുടെ ഇടയിൽ ചിതറിക്കിടക്കുന്ന ഒരു ശത്രു ജനതയുണ്ട്. അവരുടെ നിയമങ്ങൾ മറ്റു ജനതകളുടെ നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. അവർ തുടർച്ചയായ രാജാക്കന്മാരുടെ കൽപ്പനകൾ അവഗണിക്കുന്നു. അങ്ങനെ നാം അത്യധികം ആഗ്രഹിക്കുന്ന രാജ്യത്തിന്റെ ഐക്യം സാധിക്കാതെ വന്നിരിക്കുന്നു. ഈ ജനത മാത്രം എല്ലാ മനുഷ്യർക്കും എതിരായി എക്കാലവും വഴിപഴച്ച വിചിത്ര ജീവിത രീതിയും നിയമങ്ങളും പുലർത്തുന്നു. നമ്മുടെ രാജ്യം സുസ്ഥിരത നേടാതിരിക്കാൻ വേണ്ടി തങ്ങളാൽ കഴിയുന്ന എല്ലാ ഉപദ്രവങ്ങളും ചെയ്തുകൊണ്ട് അവർ നമ്മുടെ ഭരണകൂടത്തിനെതിരെ നിലകൊള്ളുന്നു. അതുകൊണ്ട് ഈ വർഷം 12-ാം മാസമായ ആധാർ മാസം 14-ാം ദിവസം എല്ലാ കാര്യങ്ങളുടെയും ചുമതല വഹിക്കുന്നവനും നമ്മുടെ 2ാമത്തെ പിതാവുമായ ഹാമാന്റെ കത്തുകൾ എടുത്തു പറഞ്ഞിട്ടുള്ളവരെയെല്ലാം ഭാര്യമാരോടും കുട്ടികളോടുമൊപ്പം പരിപൂർണമായി നിർദ്ദയം അവരുടെ ശത്രുക്കളുടെ വാളിന് ഇരയാക്കി നശിപ്പിക്കണമെന്ന് ഞാൻ കൽപ്പിക്കുന്നു. അങ്ങനെ പണ്ട് മുതൽ ഇന്ന് വരെ ശത്രുതയിൽ കഴിയുന്നവരെല്ലാം ഒറ്റ ദിവസം കൊണ്ട് വധിക്കപ്പെട്ട് പാതാളത്തിൽ പതിക്കട്ടെ. നമ്മുടെ ഭരണകൂടം പരിപൂർണമായി സുരക്ഷിതവും ഉപദ്രവവും ഏൽക്കാത്തതായി ഇനിമേൽ നിലനിൽക്കട്ടെ. എല്ലാ ജനതകളും ആ ദിവസത്തേക്ക് തയ്യാറായിരിക്കാൻ വേണ്ടി ഈ രേഖയുടെ പകർപ്പ് രാജശാസ്ത്രമായി എല്ലാ പ്രാവശ്യങ്ങളിലും എത്തിച്ച് വിളംബരം ചെയ്യേണ്ടിയിരിക്കുന്നു. രാജകൽപ്പന പ്രകാരം ദൂതന്മാർ ശീഘ്രം പോയി തലസ്ഥാനമായ സൂസയിൽ ഈ വിളംബരം പ്രസിദ്ധപ്പെടുത്തി. രാജാവും ഹാമാനും മദ്യപിച്ചുകൊണ്ടിരുന്ന ആ സമയം സൂസാൻ നഗരം അസ്വസ്ഥമായിരുന്നു. അധ്യായം 4. എസ്തേറിന്റെ മാധ്യസ്ഥം. ഈ സംഭവം അറിഞ്ഞ് മർദാക്കായി വസ്ത്രം കീറി ചാക്കുടത്ത് ചാരം പൂശി അത്യുച്ചത്തിൽ ധൈര്യമായി നിലവിളിച്ചുകൊണ്ട് നഗരമധ്യത്തിലേക്ക് ചെന്നു. അവൻ രാജാവിന്റെ പടിവാതിലോളം ചെന്നു നിന്നു. കാരണം ചാക്കുവസ്ത്രമെടുത്ത് ആർക്കും രാജാവിന്റെ വാതിൽ കടന്നുകൂടായിരുന്നു. രാജകൽപ്പനയും വിളംബരവും എത്തിയ എല്ലാ പ്രവിശ്യകളിലും യഹൂദരുടെ ഇടയിൽ ഉപവാസവും കരച്ചിലും നിലവിളിയും ഉണ്ടായി. ഏറെ പേരും ചാക്കുടത്തും ചാരത്തിൽ കിടന്നു. തോഴിമാരും ഷണ്ടന്മാരും പറഞ്ഞ് ഇതെല്ലാം അറിഞ്ഞ് എസ്തർ അത്യന്തം പരിയാകുലയായി. ചാക്കുവസ്ത്രത്തിന് പകരം ധരിക്കാൻ വസ്ത്രങ്ങൾ അവൾ മർദാക്കായിക്ക് കൊടുത്തയച്ചു. പക്ഷെ അവൻ അത് സ്വീകരിച്ചില്ല. തന്നെ ശുശ്രൂഷിക്കാൻ നിയുക്തരായിരുന്നവനും രാജാവിന്റെ ഷണ്ടന്മാരിൽ ഒരുവനുമായ ഹദാക്കിനെ വിളിച്ച് എസ്തർ ഇതെല്ലാം എന്താണെന്നും എന്തിനാണെന്നും അറിയാൻ മർദാക്കായുടെ അടുത്തേക്ക് അയച്ചു. അവൻ രാജാവിന്റെ പടിവാതിലിന് മുമ്പിൽ നഗരത്തിന്റെ പൊതുസ്ഥലത്ത് നിന്നിരുന്ന മർദാക്കായുടെ അടുത്തെത്തി. തനിക്ക് സംഭവിച്ചതും യഹൂദരെ നശിപ്പിക്കാൻ രാജഭണ്ഡാരത്തിലേക്ക് കൊടുക്കാമെന്ന് ഹാമാൻ വാഗ്ദാനം ചെയ്ത പണത്തിന്റെ കണിശയായ സംഖ്യയും മർദാക്കായി അവനോട് പറഞ്ഞു. രാജ്ഞിയെ കാണിച്ച് അവൾക്ക് വിശദീകരിച്ചു കൊടുത്ത് തന്റെ ജനതയ്ക്ക് വേണ്ടി രാജാവിനോട് യാചിക്കാൻ അവളെ പ്രേരിപ്പിക്കാൻ വേണ്ടി തങ്ങളെ നശിപ്പിക്കാൻ സൂസയിൽ പ്രസിദ്ധപ്പെടുത്തിയ വിളംബരത്തിന്റെ ഒരു പകർപ്പ് മർദാക്കായി അവനെ ഏൽപ്പിച്ചു. ഞാൻ നിന്നെ പരിപാലിച്ച നിന്റെ എളിയ ദിനങ്ങളെ ഓർക്കുക. രാജാവിന് തൊട്ടടുത്ത സ്ഥാനമുള്ള ഹാമാൻ ഞങ്ങളുടെ നാശത്തിന് വേണ്ടി ഞങ്ങൾക്കെതിരെ സംസാരിച്ചിരിക്കുന്നു. കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ഞങ്ങളെ പറ്റി രാജാവിനോട് സംസാരിച്ച് ഞങ്ങളെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുക. ഹദാക്ക് എന്ന് മർദാക്കായി പറഞ്ഞത് എസ്തറിനെ ധരിപ്പിച്ചു. അപ്പോൾ അവൾ ഹദാക്ക് വഴി ഒരു സന്ദേശം മർദാക്കായി അറിയിച്ചു.
എന്റെ എല്ലാ രാജസേവന്മാർക്കും രാജാവിന്റെ പ്രവശ്യകളുടെ ആളുകൾക്കും അറിയാം. വിളിക്കപ്പെടാതെ ആരെങ്കിലും ആണായാലും പെണ്ണായാലും അകത്തെ അങ്കണത്തിൽ രാജസന്നിധിയിൽ പ്രവേശിച്ചാൽ നിയമം ഒന്നേ ഉള്ളൂ. രാജാവ് തന്റെ സ്വർണ്ണ ചെങ്കോൽ അവന്റെ നേരെ നീട്ടുന്നില്ലെങ്കിൽ അവൻ വധിക്കപ്പെടണം. 30 ദിവസമായി രാജാവ് എന്നെ വിളിച്ചിട്ടില്ല. എസ്തേർ പറഞ്ഞത് അവർ മൊർദെഖായിയെ അറിയിച്ചു. അപ്പോൾ മൊർദെഖായി എസ്തേറിന് മറുപടി കൊടുത്തു, നീ രാജകൊട്ടാരത്തിൽ മറ്റേ യഹൂദരെക്കാൾ അല്പമെങ്കിലും കൂടുതൽ സുരക്ഷിതയായിരിക്കുമെന്ന് കരുതേണ്ട. ഇതുപോലൊരു സമയത്ത് നീ മൗനം പാലിച്ചാൽ യഹൂദർക്ക് മറ്റൊരിടത്തു നിന്ന് ആശ്വാസവും മോചനവും വരും. പക്ഷെ നീയും നിന്റെ പിതൃഭവനവും നശിക്കും. ഇത്തരം ഒരു കാലത്തേക്കായിട്ടില്ല നീ രാജ്യസ്ഥാനത്ത് വന്നിരിക്കുന്നതെന്ന് ആർക്കറിയാം. അപ്പോൾ മൊർദെഖായിയോട് പറയേണ്ട ഉത്തരം എസ്തേർ അവർക്ക് നൽകി. നീ പോയി സൂസായിലുള്ള സകല യഹൂദരെ ഒരുമിച്ച് കൂട്ടി എനിക്ക് വേണ്ടി ഉപവസിക്കുക. 3 ദിവസം രാത്രിയും പകലും എന്തെങ്കിലും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ അരുത്. ഞാനും എന്റെ തോഴിമാരും നിങ്ങളെ പോലെ തന്നെ ഉപവസിക്കും. പിന്നെ നിയമത്തിനെതിരാണെങ്കിലും ഞാൻ രാജാവിന്റെ അടുത്ത് പോകും. ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ. എസ്തേർ പറഞ്ഞതുപോലെ മൊർദെഖായി ചെയ്തു. അധ്യായം 13. മൊർദെഖായിയുടെ പ്രാർത്ഥന. കർത്താവിന്റെ സകല പ്രവൃത്തികളും അനുസ്മരിച്ചുകൊണ്ട് മൊർദെഖായി പ്രാർത്ഥിച്ചു. കർത്താവെ, എല്ലാ വസ്തുക്കളെയും ഭരിക്കുന്ന രാജാവായ കർത്താവെ, പ്രപഞ്ചം അങ്ങേക്ക് വിധേയമാണല്ലോ. ഇസ്രായേലിനെ രക്ഷിക്കാൻ അവിടുത്തേക്ക് ഇഷ്ടമെങ്കിൽ അതിനെ എതിർക്കാൻ ആർക്കുമാവില്ലല്ലോ. ആകാശവും ഭൂമിയും ആകാശത്തിന് കീഴിലുള്ള അത്ഭുത വസ്തുക്കൾ സകലതും അങ്ങ് സൃഷ്ടിച്ചു. അങ്ങ് സകലത്തിന്റെയും കർത്താവാണ്. കർത്താവായ അങ്ങേ എതിർക്കാൻ ആർക്കുമാവില്ല. അങ്ങെല്ലാം അറിയുന്നു. ഔദിത്യം കൊണ്ടോ അഹങ്കാരം കൊണ്ടോ മഹത്വകാംക്ഷ കൊണ്ടോ അല്ല ഞാൻ അഹങ്കാരിയായ ഹാമാന്റെ മുമ്പിൽ കുമ്പിടാത്തതെന്ന് അവിടുന്ന് അറിയുന്നുവല്ലോ. ഇസ്രായേലിനെ രക്ഷിക്കാൻ വേണ്ടി അവന്റെ ഉള്ളംകാൽ പോലും ചുംബിക്കാൻ ഞാൻ തയ്യാറാകുമായിരുന്നു. എന്നാൽ ഞാൻ ഇത് ചെയ്തത് മനുഷ്യന്റെ മഹത്വം ദൈവത്തിന്റെ മഹത്വത്തെക്കാൾ ഉയർത്തി കാട്ടാതിരിക്കാനാണ്. എന്റെ ദൈവമായ കർത്താവിന്റെ മുമ്പിലല്ലാതെ മറ്റാരുടെയും മുമ്പിൽ ഞാൻ കുമ്പിടുകയില്ല. ഇതൊന്നും ഞാൻ അഹങ്കാരം കൊണ്ട് ചെയ്യുന്നതല്ല. രാജാവും ദൈവമായ കർത്താവെ, അബ്രഹാത്തിന്റെ ദൈവമേ, ഇപ്പോൾ അങ്ങയുടെ ജനത്തെ രക്ഷിക്കണമേ. ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങളെ നശിപ്പിക്കാൻ കണ്ണുവച്ചിരിക്കുന്നു. ആരംഭം മുതലേ അങ്ങയുടേതായിരുന്ന അവകാശം നശിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. ഈജിപ്റ്റ് നാട്ടിൽ നിന്ന് അങ്ങേക്കായി അങ്ങ് വീണ്ടെടുത്ത അങ്ങയുടെ അവകാശത്തെ അവഗണിക്കരുത്. എന്റെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങയുടെ അവകാശത്തിന്മേൽ കരുണ ഉണ്ടാകണമേ. ഞങ്ങളുടെ വിലാപത്തെ ഉത്സവമാക്കി മാറ്റണമേ. കർത്താവെ, ഞങ്ങൾ ജീവിക്കുകയും അങ്ങയുടെ നാമത്തിന് സ്തുതി പാടുകയും ചെയ്യട്ടെ. അങ്ങയെ സ്തുതിക്കുന്നവരുടെ അധരങ്ങളെ നശിപ്പിക്കരുതേ. എല്ലാ ഇസ്രായേൽക്കാരും അത്യുച്ചത്തിൽ കരഞ്ഞു. അവർ മരണം മുൻപിൽ കാണുകയായിരുന്നു. അധ്യായം 14. എസ്തേറിന്റെ പ്രാർത്ഥന. എസ്തേർ രാജ്ഞി മരണതുല്യമായ ഉത്കണ്ഠയ്ക്ക് അധീനയായി കർത്താവിലേക്ക് ഓടി. അവൾ വസ്ത്രാഡംബരങ്ങൾ ഉപേക്ഷിച്ച് ദുഃഖത്തിന്റെയും വിലാപത്തിന്റെയും വസ്ത്രം ധരിച്ചു. വിലയേറിയ സുഗന്ധ വസ്തുക്കൾക്ക് പകരം ചായവും ചാണകവും കൊണ്ട് അവൾ തലകൂടി. ശരീരത്തെ അത്യന്തം എളിമപ്പെടുത്തി. അലങ്കരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ശരീരഭാഗങ്ങൾ താറുമാറായ തലമുടി കൊണ്ട് മറച്ചു. അവൾ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു. എന്റെ കർത്താവെ, അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ രാജാവ്. അങ്ങല്ലാതെ മറ്റൊരു തുണയില്ലാത്ത ഏകയായ എന്നെ സഹായിക്കണമേ. അപകടം എന്റെ കൈപ്പട്ടത്തിലെത്തിയിരിക്കുന്നു. കർത്താവെ, അങ്ങ് സകല ജനതകളിൽ നിന്ന് ഇസ്രായേലിനെ തിരഞ്ഞെടുത്തുവെന്നും ഞങ്ങളുടെ പിതാക്കന്മാരുടെ അവരുടെ എല്ലാ പൂർവികന്മാരിൽ നിന്ന് ഒരു ശാശ്വത അവകാശമായി തിരഞ്ഞെടുത്തുവെന്നും അവരോട് വാഗ്ദാനം ചെയ്തതെല്ലാം അങ്ങ് നിറവേറ്റിയെന്നും ജനനം മുതൽ ഞാൻ എന്റെ കുടുംബ ഗോത്രത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ അവിടുത്തെ മുൻപിൽ പാപം ചെയ്തിരിക്കുന്നു. അങ്ങ് ഞങ്ങളെ ഞങ്ങളുടെ ശത്രുക്കളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തു. കാരണം ഞങ്ങൾ അവരുടെ ദേവന്മാരെ മഹത്വപ്പെടുത്തി. കർത്താവെ, അങ്ങ് നീതിമാനാണ്. ഞങ്ങൾ അതികഠിനമായ അടിമത്തം അനുഭവിക്കുന്നത് കൊണ്ട് മാത്രം അവരിപ്പോൾ തൃപ്തരാകുന്നില്ല. അങ്ങ് കൽപ്പിച്ചവയെ ഇല്ലാതാക്കാനും അങ്ങയുടെ അവകാശം നശിപ്പിക്കാനും അങ്ങയെ സ്തുതിക്കുന്നവരുടെ അധരങ്ങളെ തടയാനും അങ്ങയുടെ ബലിപീഠത്തിന്റെ അഗ്നി കെടുത്താനും അങ്ങയുടെ ഭവനത്തിന്റെ മഹത്വം ഇല്ലാതാക്കാനും വ്യർത്ഥ വിഗ്രഹങ്ങൾക്ക് സ്തുതി പാടാൻ ജനതകളുടെ അധരങ്ങൾ തുറക്കാനും മർത്യനായ ഒരു രാജാവിനെ എന്നേക്ക് മഹത്വപ്പെടുത്താനും അവർ തങ്ങളുടെ വിഗ്രഹങ്ങളോട് ഉടമ്പടി ചെയ്തിരിക്കുന്നു. കർത്താവെ, അസ്തിത്വമില്ലാത്ത ഒന്നിനെ അങ്ങയുടെ ചെങ്കോൽ അടിയറ വയ്ക്കരുതേ. ഞങ്ങളുടെ പതനത്തിൽ ഞങ്ങളെ പരിഹസിക്കാൻ അവരെ അനുവദിക്കരുതേ. അവരുടെ പദ്ധതി അവർക്കെതിരായി തിരിക്കണമേ. ഞങ്ങൾക്കെതിരെ ഇങ്ങനെ തുനിഞ്ഞവനെ മറ്റുള്ളവർക്ക് ഒരു പാഠമാക്കണമേ. കർത്താവെ, അങ്ങ് ഇതെല്ലാം ഓർക്കണമേ. ഞങ്ങളുടെ ഈ കഷ്ടദിനത്തിൽ അങ്ങ് ഞങ്ങളെ വെളിപ്പെടുത്തണമേ. ദേവന്മാരുടെ രാജാവേ, സകല അധികാരത്തിന്റെ അധിപനെ, എനിക്ക് ധൈര്യം പകരണമേ. സിംഹത്തിന്റെ മുമ്പിൽ എനിക്ക് ഭാഷണചാതുര്യം നൽകണമേ. ഞങ്ങൾക്കെതിരെ പൊരുതുന്നവനെ വെറുക്കേണ്ടതിന് അവന് മനംമാറ്റം വരുത്തണമേ. ശത്രുവും അവനോട് ചേർന്നവരും നശിക്കട്ടെ. ഞങ്ങളെ അങ്ങയുടെ കരത്താൽ രക്ഷിക്കണമേ. കർത്താവെ, അങ്ങല്ലാതെ മറ്റൊരു തുണയില്ലാത്ത
ഏകയായി എന്നെ സഹായിക്കണമേ. അങ്ങെല്ലാം അറിയുന്നുവല്ലോ. ഞാൻ ദുഷ്ടന്മാരുടെ പ്രതാപത്തെയും അപരിചിതത്തിന്റെ വിദേശിയുടെയും കിടക്കയും വെറുക്കുന്നുവെന്ന് അങ്ങേക്കറിയാമല്ലോ. അപരിഹാര്യമായ എന്റെ അവസ്ഥ അങ്ങ് അറിയുന്നു. ജനമധ്യത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ശിരസിലണിയുന്ന എന്റെ ഉന്നത സ്ഥാനത്തിന്റെ ചിഹ്നത്തെ ഞാൻ വെറുക്കുന്നു. ഞാൻ അതിനെ മലിനമായ പഴന്തുണി പോലെ വെറുക്കുന്നു. ഔദ്യോഗികമല്ലാത്ത അവസരങ്ങളിൽ ഞാനത് ധരിക്കുന്നില്ല. അങ്ങയുടെ ദാസി ഹാമാന്റെ മേശയിൽ നിന്ന് ഭക്ഷിച്ചില്ല. രാജാവിന്റെ വിരുന്നുകളെ ഞാൻ ബഹുമാനിച്ചില്ല. വിഗ്രഹാർപ്പിതമായ വീഞ്ഞ് ഞാൻ കുടിച്ചിട്ടില്ല. അബ്രഹാത്തിന്റെ ദൈവമായ കർത്താവെ, എന്നെ ഇവിടെ കൊണ്ടുവന്ന നാൾ മുതൽ ഇതുവരെ അങ്ങിലല്ലാതെ ഈ ദാസിക്ക് ആനന്ദമില്ലായിരുന്നു. എല്ലാറ്റിനെയും ഭരിക്കുന്ന ദൈവമേ, ആശ്ചര്യത്തോടെ ശബ്ദം കേൾക്കണമേ. തിന്മ ചെയ്യുന്നവരുടെ കരങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്നെ ഭയത്തിൽ നിന്ന് മോചിപ്പിക്കണമേ. എസ്തേർ രാജസന്നിധിയിൽ. 3-ാം ദിവസം എസ്തേർ രാജകീയ വസ്ത്രങ്ങൾ അണിഞ്ഞ് കൊട്ടാരത്തിന്റെ അകത്തെ അങ്കണത്തിൽ രാജമന്ദിരത്തിന് മുമ്പിൽ ചെന്നു നിന്നു. രാജാവ് കൊട്ടാരത്തിന് വാതിൽ നേരെ സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു. എസ്തേർ രാജ്ഞി അങ്കണത്തിൽ നിൽക്കുന്നത് രാജാവ് കണ്ടു. അവൻ അവളിൽ പ്രസാദിച്ചു. തന്റെ കയ്യിലിരുന്ന സ്വർണ്ണ ചെങ്കോൽ അവൻ അവളുടെ നേരെ നീട്ടി. എസ്തേർ അടിച്ചിരുന്ന് ചെങ്കോലിന്റെ അഗ്രം തൊട്ടു. 3-ാം ദിവസം പ്രാർത്ഥന തീർന്നപ്പോൾ അവർ പ്രാർത്ഥനാ വേളയിലെ വസ്ത്രം മാറ്റി മോടിയുള്ള വസ്ത്രം ധരിച്ചു. രാജകീയം അലങ്കാരം അണിഞ്ഞ് എല്ലാം കാണുന്ന രക്ഷകനായ ദൈവത്തിന്റെ സഹായം വിളിച്ചപേക്ഷിച്ച് 2 തോഴിമാരെയും കൂട്ടി അവൾ നടന്നു. ഒരുവളുടെ മേൽ അവൾ മൃദുവായി ചാരി. അപര പിന്നിൽ നീണ്ടു കിടക്കുന്ന വസ്ത്രത്തിന്റെ അഗ്രം ഉയർത്തി പിടിച്ചിരുന്നു. അവികല സൗന്ദര്യം കൊണ്ട് അവൾ പ്രശോഭിച്ചു. സ്നേഹവും സന്തുഷ്ടിയും മുഖത്ത് പ്രകടമായിരുന്നെങ്കിലും അവളുടെ ഹൃദയം ഭീതി കൊണ്ട് മരവിച്ചിരുന്നു. വാതിലുകൾ ഓരോന്നായി കിടന്ന് അവൾ രാജാവിന്റെ മുമ്പിൽ ചെന്ന് നിന്നു. സ്വർണവും അമൂല്യ രത്നങ്ങളും കൊണ്ട് പൊതിഞ്ഞ സിംഹാസനത്തിൽ രാജാവ് രാജകീയ വസ്ത്രങ്ങൾ അണിഞ്ഞിരിക്കുകയായിരുന്നു. അവന്റെ ദർശനം ഭീതി ഉളവാക്കുന്നതായിരുന്നു. തേജസ്സുകൊണ്ട് അരുമയാർന്ന മുഖമുയർത്തി അവൻ ഉഗ്രകോപത്തോടെ അവളെ നോക്കി. രാജ്ഞിയാകെ തളർന്നുപോയി. വിളറി ബോധം കെട്ട് അവൾ തന്റെ മുമ്പിൽ നടക്കുന്ന തോഴിയുടെ ചുമലിലേക്ക് മറിഞ്ഞു. അപ്പോൾ രാജാവിന്റെ ഭാവം ദൈവം ശാന്തമാക്കി. അവൻ പരിഭ്രമത്തോടെ സിംഹാസനത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് അവൾക്ക് ബോധം തെളിയും വരെ തന്റെ കരങ്ങളിൽ താങ്ങി. സ്വാന്തന വചസ്സുകളാൽ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവൻ ചോദിച്ചു, എസ്തേർ, എന്താണത്? ഞാൻ നിന്റെ സഹോദരനാണ്. ധൈര്യമായിരിക്കും, നീ മരിക്കുകയില്ല. കാരണം നമ്മുടെ നിയമം പ്രജകൾക്ക് മാത്രമേ ബാധകമാവൂ. അടുത്തു വരിക. അവൻ സ്വർണ്ണ ചെങ്കോൽ ഉയർത്തി അവളുടെ കഴുത്തിൽ തൊട്ടു. അവൻ അവളെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു, എന്നോട് പറയൂ. അവൾ പറഞ്ഞു, എന്റെ നാഥ, അങ്ങയെ ഞാൻ കണ്ടത് ദൈവത്തിന്റെ ദൂതനെ പോലെയാണ്. അങ്ങനെ എന്റെ ഹൃദയം അങ്ങയുടെ മഹത്വത്തോടുള്ള ഭീതി നിമിത്തം പിടഞ്ഞുപോയി. എന്റെ നാഥ, അങ്ങ് അത്ഭുത പുരുഷൻ തന്നെ. അങ്ങയുടെ മുഖം തേജസ്വിച്ചതാണ്. സംസാരിച്ചുകൊണ്ട് നിൽക്കെ അവൾ മോഹാലസ്യപ്പെട്ടു വീണു. രാജാവ് അത്യന്തം പരിഭ്രമിച്ചു. അവന്റെ ദാസന്മാർ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അധ്യായം 5. എസ്തേറിന് വിരുന്ന്. രാജാവ് അവളോട് ചോദിച്ചു, എസ്തേർ രാജ്ഞി, എന്താണ് കാര്യം? എന്താണ് നിനക്ക് വേണ്ടത്? രാജ്യത്തിന്റെ പകുതി തന്നെയായാലും അത് ഞാൻ നിനക്ക് നൽകാം. എസ്തേർ പറഞ്ഞു, രാജാവിന് ഇഷ്ടമാണെങ്കിൽ ഇന്ന് രാജാവിന് വേണ്ടി ഞാൻ ഒരുക്കിയിരിക്കുന്ന വിരുന്നിന് രാജാവും ഹാമാനും വരണം. രാജാവ് കൽപ്പിച്ചു. എസ്തേറിന്റെ ആഗ്രഹം നിറവേറ്റാൻ ഹാമാനുടെ വരുത്തുക. അങ്ങനെ എസ്തേർ ഒരുക്കിയിരുന്ന വിരുന്നിന് രാജാവും ഹാമാനും എത്തി. അവർ വീഞ്ഞു കുടിച്ചുകൊണ്ടിരിക്കുക. രാജാവ് എസ്തേറിനോട് ചോദിച്ചു, എന്താണ് നിന്റെ അപേക്ഷ? അത് നിനക്ക് സാധിച്ചു തരാം. നിനക്ക് എന്താണ് വേണ്ടത്? രാജ്യത്തിന്റെ പകുതി തന്നെയാണെങ്കിലും ഞാൻ നൽകാം. എസ്തേർ പറഞ്ഞു, എന്റെ അപേക്ഷയും ആവശ്യവും ഇതാണ്. രാജാവിന് എന്നോട് പ്രീതി ഉണ്ടെങ്കിൽ എന്റെ അപേക്ഷയും ആവശ്യവും സാധിച്ചു തരാൻ അങ്ങ് ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ ഒരുക്കുന്ന വിരുന്നിന് നാളെയും രാജാവും ഹാമാനും വരണം. രാജാവ് ആവശ്യപ്പെട്ടത് നാളെ ഞാൻ ചെയ്തു കൊള്ളാം. ഹാമാൻ അന്ന് സന്തുഷ്ടനായി ആഹ്ലാദഭരിതനായി തിരികെ പോയി. എന്നാൽ രാജാവിന്റെ പടിവാതിക്കൽ തന്റെ മുമ്പിൽ എഴുന്നേൽക്കാതെയും ഒന്നനങ്ങുകയും ചെയ്യാതിരിക്കുന്ന മൊർദെഖായിയെ കണ്ടപ്പോൾ ഹാമാൻ അവനെതിരെ കോപം കൊണ്ട് നിറഞ്ഞു. എന്നാൽ അവൻ തന്നെ നിയന്ത്രിച്ച് വീട്ടിലേക്ക് പോയി. അവൻ തന്റെ കൂട്ടുകാരെയും ഭാര്യയായ സേരേഷിനെയും വിളിച്ചു. തന്റെ ധനമഹിമ, സന്താന ബാഹുല്യം, രാജാവ് തന്നെ ബഹുമാനിച്ച് നൽകിയ സ്ഥാനകയറ്റങ്ങൾ, രാജാവിന്റെ പ്രഭുക്കന്മാരെയും സേവകരെയും തനിക്ക് നൽകിയ ഉയർച്ച, ഇവയെല്ലാം ഹാമാൻ അവരോട് വിവരിച്ചു. അവൻ തുടർന്നു, എസ്തേർ രാജ്ഞി താൻ ഒരുക്കിയ വിരുന്നിന് രാജാവിനോടൊപ്പം ചെല്ലാൻ എന്നെ അല്ലാതെ മറ്റാരെയും അനുവദിച്ചില്ല. നാളെയും രാജാവിനോടൊപ്പം ചെല്ലാൻ അവൻ എന്നെ ക്ഷണിച്ചിരിക്കുകയാണ്. എങ്കിലും മൊർദെഖായി എന്ന യഹൂദൻ രാജാവിന്റെ പടിവാതിക്കൽ ഇരിക്കുന്നത് കാണുന്നിടത്തോളം കാലം ഇതൊന്നും എനിക്ക് തൃപ്തി നൽകുന്നില്ല. അപ്പോൾ അവന്റെ ഭാര്യ സേരേഷും അവന്റെ സകല സ്നേഹിതന്മാരും പറഞ്ഞു, 50 മുഴം ഉയരമുള്ള ഒരു കഴുമരം ഉണ്ടാക്കുക. രാവിലെ തന്നെ ചെന്ന് രാജാവിനോട് പറയണം, മൊർദെഖായിയെ അതിന്മേൽ തൂക്കണമെന്ന്. പിന്നെ ആനന്ദത്തോടെ രാജാവിനോടൊപ്പം വിരുന്നിന് പോവുക.
ഈ ഉപദേശം ഹാമാൻ ഇഷ്ടപ്പെട്ടു. അവൻ കഴിമരം ഉണ്ടാക്കിച്ചു. മർദാക്കായിക്ക് സമ്മാനം. അധ്യായം 6. ആ രാത്രി രാജാവിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. സ്മരണാർഹമായ സംഭവങ്ങൾ രേഖപ്പെടുത്തിയ ദിനവൃത്താന്ത ഗ്രന്ഥം കൊണ്ടുവരാൻ അവൻ കൽപ്പന കൊടുത്തു. അവ രാജാവ് വായിച്ചു കേട്ടു. പഴിവാതിക്കകൽക്കാരും രാജാവിന്റെ ഷണ്ടന്മാരുമായ ബിൽശദ്ദാനായും തേരേഷും അഹസ്വേരോസ് രാജാവിനെ വധിക്കാൻ ശ്രമിച്ചതും ആ കാര്യം മർദാക്കായി അറിയിച്ചതും അത് എഴുതിയിരിക്കുന്നത് കണ്ടു. അപ്പോൾ രാജാവ് ചോദിച്ചു, ഇതിന് എന്ത് ബഹുമതിയും എന്ത് സ്ഥാനവുമാണ് മർദാക്കായിക്ക് നൽകിയത്? രാജാവിനെ ശുശ്രൂഷിക്കുന്ന സേവകന്മാർ പറഞ്ഞു, അവൻ ഒന്നും കൊടുത്തില്ല. രാജാവ് കൽപ്പിച്ചു, അങ്കണത്തിൽ ആരുണ്ട്? മർദാക്കായിക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട കഴിമ്പെഴുത്തിൽ അവനെ തൂക്കാൻ രാജാവ് കൽപ്പിക്കണമെന്ന് പറയാൻ വന്ന ഹാമാൻ കൊട്ടാരത്തിന് പുറത്തെ അങ്കണത്തിൽ നിന്ന് അപ്പോൾ പ്രവേശിച്ചതേയുള്ളൂ. രാജാവിന്റെ സേവകന്മാർ പറഞ്ഞു, അങ്കണത്തിൽ ഹാമാനുണ്ട്. രാജാവ് കൽപ്പിച്ചു, അവൻ അകത്ത് വരട്ടെ. അകത്ത് വന്ന ഹാമാനോട് രാജാവ് ചോദിച്ചു, രാജാവ് ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്ന ആളിനെ എന്താണ് ചെയ്തു കൊടുക്കേണ്ടത്? ഹാമാൻ ഉള്ളിൽ കരുതി, എന്നെ അല്ലാതെ ആരെയാണ് രാജാവ് ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്നത്? ഹാമാൻ രാജാവിനോട് പറഞ്ഞു, രാജാവ് ബഹുമാനിക്കാൻ ഇഷ്ടപ്പെടുന്നതിന് വേണ്ടി രാജാവ് ധരിച്ചിട്ടുള്ള രാജകീയ വസ്ത്രങ്ങളും കിരീടധാരിയായി രാജാവ് സഞ്ചരിച്ചിട്ടുള്ള കുതിരയും കൊണ്ടുവരട്ടെ. വസ്ത്രങ്ങൾ, കുതിര എന്നിവയെ രാജാവിന്റെ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു പ്രഭുവിനെ ഏൽപ്പിക്കട്ടെ. രാജാവ് ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്നതിനെ ആ വസ്ത്രഭൂഷണങ്ങൾ അണിയിച്ച് കുതിരപ്പുറത്തിരുത്തി താൻ ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്നവനോട് രാജാവ് ഇങ്ങനെ പെരുമാറുന്നു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവൻ നഗരവീതിയിലൂടെ കൊണ്ടുപോകട്ടെ. അപ്പോൾ രാജാവ് ഹാമാനോട് കൽപ്പിച്ചു, വേഗം പോയി നീ പറഞ്ഞതുപോലെ വസ്ത്രങ്ങളും കുതിരയും കൊണ്ടുവന്ന് രാജാവിന്റെ പടിവാതിക്കൽ ഇരിക്കുന്ന മർദാക്കായി എന്ന യഹൂദനെ ആദരിക്കുക. നീ പറഞ്ഞതിൽ ഒരു കുറവും വരുത്തരുതേ. അങ്ങനെ ഹാമാൻ ഈ വസ്ത്രങ്ങളും കുതിരയും കൊണ്ടുവന്ന് മർദാക്കായി അണിച്ചൊരുക്കി. രാജാവ് ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്നവനോട് ഇങ്ങനെ പെരുമാറുന്നു ആർത്തു വിളിച്ച് അതിനെ കുതിരപ്പുറത്തിരുത്തി നഗരവീതിയിലൂടെ കൊണ്ടു നടന്നു. അനന്തരം മർദാക്കായി രാജാവിന്റെ പടിവാതിലിലേക്ക് മടങ്ങി. ഹാമാനാകട്ടെ വിലപിച്ചുകൊണ്ടും മുഖം മൂടിക്കൊണ്ടും സ്വഭവനത്തിലേക്ക് ഓടിപ്പോയി. തനിക്ക് സംഭവിച്ചതെല്ലാം ഹാമാൻ തന്റെ ഭാര്യയായ സേരഷിനോടും കൂട്ടുകാരോടും പറഞ്ഞു. അപ്പോൾ അവന്റെ ഉപദേഷ്ടാക്കളും ഭാര്യ സേരഷും പറഞ്ഞു, നീ ആരുടെ മുമ്പിൽ നിന്ന് നിന്റെ പതനം ആരംഭിച്ചുവോ ആ മർദാക്കായി യഹൂദ ജനതയിൽപ്പെട്ടവനാണെങ്കിൽ അവനെതിരെ പിടിച്ചു നിൽക്കാൻ നിനക്കാവുകയില്ല. നീ അവന്റെ മുമ്പിൽ വീഴും തീർച്ച. അവർ സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ രാജാവിന്റെ ഷണ്ടന്മാർ വന്ന് എസ്തേർ ഒരുക്കിയിരുന്ന വിരുന്നിനായി ഹാമാനെ വേഗം കൂട്ടിക്കൊണ്ടുപോയി. അധ്യായം 7. ഹാമാന്റെ പതനം. രാജാവും ഹാമാനും എസ്തർ രാജ്ഞിയെ ഒരുക്കിയ വിരുന്നിന് ചെന്നു. 2-ാം ദിവസം അവർ വീഞ്ഞു കുടിച്ചുകൊണ്ടിരിക്കെ രാജാവ് എസ്തറിനോട് വീണ്ടും ചോദിച്ചു, എസ്തർ രാജ്ഞി, നിന്റെ അപേക്ഷയുണ്ട്, അത് നിനക്ക് ലഭിക്കും. എന്താണ് നിന്റെ ആവശ്യം? രാജ്യത്തിന്റെ പകുതി തന്നെ ആയാലും ശരി, അത് ഞാൻ നൽകാം. എസ്തർ രാജ്ഞി പറഞ്ഞു, രാജാവേ, അങ്ങ് എന്നിൽ സംതൃപ്തനാണെങ്കിൽ, രാജാവിന് ഇഷ്ടമാണെങ്കിൽ എന്റെ ജീവൻ രക്ഷിക്കണമെന്നാണ് എന്റെ അപേക്ഷ. എന്റെ ജനത്തെ രക്ഷിക്കണമെന്നതാണ് എന്റെ ആവശ്യം. നശിക്കപ്പെടാനും കൊല്ലപ്പെടാനും നിർമൂലനം ചെയ്യപ്പെടാനും ഞാനും എന്റെ ജനവും വിൽക്കപ്പെട്ടവരാണ്. ഞങ്ങൾ സ്ത്രീകളും പുരുഷന്മാരും വെറും അടിമകളായിട്ടാണ് വിൽക്കപ്പെടുന്നതെങ്കിൽ ഞാൻ സമാധാനം വിടിയുകയില്ലായിരുന്നു. ഞങ്ങളുടെ നാശം രാജാവിന് നഷ്ടമായി തീരരുതല്ലോ. അഹസ്വേരോസ് രാജാവ് എസ്തർ രാജ്ഞിയോട് ചോദിച്ചു, നീ ഇത് ചെയ്യാൻ ധൈര്യപ്പെട്ടവനാണ്. അവൻ എവിടെ? എസ്തർ പറഞ്ഞു, വൈരിയും ശത്രുവും ദുഷ്ടനായ ഈ ഹാമാൻ തന്നെ. അപ്പോൾ ഹാമാൻ രാജാവിനോട് രാജ്ഞിയുടെ മുൻപിൽ ഭയന്ന് വിറച്ചു. രാജാവ് ഇരുന്ന് നിർത്തി കോപിച്ചെഴുന്നേറ്റ് രാജകീയ ഉദ്യാനത്തിലേക്ക് പോയി. എന്നാൽ ഹാമാൻ എസ്തർ രാജ്ഞിയോട് തന്റെ ജീവൻ യാചിക്കാൻ അവിടെ നിന്നു. കാരണം തനിക്ക് രാജാവ് തിന്മ വിധിച്ചിരിക്കുന്നുവെന്ന് അവന് മനസ്സിലായി. എസ്തർ ഇരുന്നിരുന്ന തൽപ്പത്തിൽ ഹാമാൻ വീഴുന്നത് കണ്ടുകൊണ്ടാണ് രാജാവ് ഉദ്യാനത്തിൽ നിന്ന് വീഞ്ഞു കുടിച്ചിരുന്ന സ്ഥലത്തിലേക്ക് മടങ്ങി വന്നത്. അവൻ ചോദിച്ചു, എന്റെ കൊട്ടാരത്തിൽ വെച്ച് എന്റെ മുമ്പിൽ വെച്ച് അവൻ രാജ്ഞിയെ ആക്രമിക്കുമോ? ഈ വാക്കുകൾ രാജാവ് ഉച്ചരിച്ച ഉടനെ അവർ ഹാമാന്റെ മുഖം മൂടി. രാജാവിനെ സേവിച്ചിരുന്ന ഷണ്ടന്മാരിൽ ഒരാളായ ഹർബോണ പറഞ്ഞു, രാജാവിനെ രക്ഷിച്ച മൃതയ്ക്ക് വേണ്ടി ഹാമാൻ തയ്യാറാക്കിയ 50 മുഴം ഉയരമുള്ള കഴുമരം അവന്റെ വീട്ടിൽ നിൽക്കുന്നു. രാജാവ് കൽപ്പിച്ചു, അവനെ അതിൽ തന്നെ തൂക്കുക. അങ്ങനെ മൃതയ്ക്ക് വേണ്ടി ഹാമാൻ തയ്യാറാക്കിയ കഴുമരത്തിൽ അവനെ അവർ തൂക്കി. രാജാവിന്റെ കോപം ശമിച്ചു.
അധ്യായം 8 യഹൂദർക്ക് സംരക്ഷണം. അന്ന് അഹസ്വേരോസ് രാജാവ് യഹൂദരുടെ ശത്രുവായ ഹാമാന്റെ ഭവനം എസ്തേർ രാജ്ഞിക്ക് നൽകി. മർദ്ദോഖ്യ രാജ്യസന്നിധിയിലെത്തി. അവൻ തനിക്ക് ആരാണെന്ന് എസ്തേർ പറഞ്ഞിരുന്നു. രാജാവ് ഹാമാനിൽ നിന്നെടുത്ത തന്റെ മുദ്രമോതിരം മർദ്ദോഖ്യയ്ക്ക് കൊടുത്തു. എസ്തേർ മർദ്ദോഖ്യയെ ഹാമാന്റെ ഭവനം ഏൽപ്പിച്ചു. എസ്തേർ രാജാവിനോട് വീണ്ടും സംസാരിച്ചു. അവൾ അവന്റെ കാൽക്കൽ വീണു യഹൂദർക്കെതിരെ അഖാങ്ക് വംശജനായ ഹാമാൻ നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായ വിപത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് കണ്ണീരോടെ അപേക്ഷിച്ചു. രാജാവ് സ്വർണ്ണ അവൾക്ക് നേരെ നീട്ടി. എസ്തേർ എഴുന്നേറ്റ് രാജാവിന്റെ മുമ്പിൽ നിന്നു. അവൾ പറഞ്ഞു, രാജാവിന് ഇഷ്ടമാണെങ്കിൽ, എന്നോട് പ്രീതിയുണ്ടെങ്കിൽ, ശരിയെന്ന് തോന്നുന്നെങ്കിൽ, അങ്ങേക്ക് ഞാൻ പ്രിയപ്പെട്ടവളാണെങ്കിൽ, രാജാവിന്റെ സകല പ്രവിശ്യകളിലുമുള്ള യഹൂദരെ നശിപ്പിക്കാൻ വേണ്ടി ഹമാദായിയുടെ മകനും അഗാഗ് വംശജനുമായ ഹാമാൻ ഉണ്ടാക്കിയ എഴുത്തുകൾ പിൻവലിക്കുന്ന ഒരു കൽപ്പന പുറപ്പെടുവിച്ചാലും എങ്ങനെയാണ് ഞാൻ എന്റെ ജനത്തിന്റെ നാശം കണ്ടിരിക്കുക? ബന്ധുജനങ്ങളുടെ നാശം ഞാൻ എങ്ങനെ സഹിക്കും? അപ്പോ അഹസ്വേരോസ് രാജാവ് എസ്തേർ രാജ്ഞിയോടും യഹൂദനായ മർദ്ദോഖ്യയോടും പറഞ്ഞു, ഇതാ ഹാമാന്റെ ഭവനം ഞാൻ എസ്തേറിന് വിട്ടുകൊടുത്തിരിക്കുന്നു. യഹൂദരെ വധിക്കാൻ ഉദ്യമിച്ചതുകൊണ്ട് അവർ അവനെ കഴിവിലേറ്റി. യഹൂദരുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ രാജാവിന്റെ നാമത്തിൽ എഴുതുകയും രാജാവിന്റെ മോതിരം കൊണ്ട് മുദ്ര വയ്ക്കുകയും ചെയ്യുക. രാജനാമത്തിൽ എഴുതപ്പെട്ട രാജമോതിരത്താൽ മുദ്ര വയ്ക്കപ്പെടുന്ന വിളംബരം ആർക്കും ദുർബലമാക്കാനാവുകയില്ല. അക്കാലത്ത് 3-ാം മാസം സിവാൻ മാസം 23-ാം ദിവസം രാജാവിന്റെ എഴുത്തുകാരെ വിളിച്ചു വരുത്തി. ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള 187 പ്രവിശ്യകളിലെ ഭരണാധിപന്മാർക്കും ദേശാധിപതികൾക്കും പ്രഭുക്കന്മാർക്കും യഹൂദരെ സംബന്ധിച്ച് മർദ്ദോഖ്യ കൽപ്പിച്ചതൊക്കെ അനുസരിച്ച് ഒരു കൽപ്പന എഴുതി അയച്ചു. ഓരോ പ്രവിശ്യയിലേക്കും അതിന്റെ ലിപിയിലും ഓരോ ജനതയ്ക്കും അതിന്റെ ഭാഷയിലുമാണ് അത് എഴുതിയത്. ഇത് അഹസ്വേരോസ് രാജാവിന്റെ നാമത്തിൽ എഴുതി മുദ്ര വെച്ചു. രാജാവിന്റെ ലയത്തിൽ വളർന്നവയും രാജകീയ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നവയും വേഗതയേറിയവയുമായ കുതിരകളുടെ പുറത്ത് കയറി ദൂതന്മാർ കത്തുകൾ കൊണ്ടുപോയി. അഹസ്വേരോസ് രാജാവിന്റെ സകല പ്രവിശ്യകളിലും 12-ാം മാസമായ അദ്ധാർ 13-ാം ദിവസം ഓരോ നഗരത്തിലും യഹൂദർ ഒരുമിച്ച് കൂടാനും തങ്ങളെ ആക്രമിക്കുന്ന ഏത് പ്രവിശ്യയുടെയും ജനതയുടെയും ആയുധസജ്ജമായ ശക്തിയെ ചെറുക്കാനും അവരെ കുട്ടികളും സ്ത്രീകളും അടക്കം നശിപ്പിക്കാനും കൊല്ലാനും അവരുടെ വസ്തുക്കൾ കൊള്ളയടിക്കാനും വിസ്തൃത കത്തുകൾ വഴി രാജാവ് യഹൂദർക്ക് അനുവാദം നൽകി. അധ്യായം 16 രാജശാസനം. കത്തിന്റെ പകർപ്പ് മഹാരാജാവായ അഹസ്വേരോസ് ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള 157 പ്രവിശ്യകളിലെ ഭരണാധിപന്മാർക്കും നമ്മുടെ ഭരണത്തോട് കൂറുള്ള ഏവർക്കും അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു. ഉപകാരികൾ എത്ര വലിയ കാരുണ്യത്തോടെ ബഹുമാനിക്കുന്നുവോ അത്രയധികം പലരും അംഗീകരിക്കുന്നു. അവർ നമ്മുടെ പ്രജകളെ ഞെരുക്കാൻ ശ്രമിക്കുക മാത്രമല്ല, ഐശ്വര്യം കണ്ട് സഹിക്കാനാവാതെ തങ്ങളുടെ ഉപകാരികൾക്കെതിരെ ഗൂഢാലോചന നടത്തുകയും ചെയ്യുന്നു. കൃതജ്ഞതാഭാവം മനുഷ്യനിൽ നിന്ന് നീക്കിക്കളയുന്നു. കൂടാതെ നന്മ അറിയാത്തവരുടെ വീമ്പൊലി കേട്ട് അവർ ഇളകി വശാകുന്നു. എപ്പോഴും കാണുന്നവനും തിന്മ വരയ്ക്കുന്നവനുമായ ദൈവത്തിന്റെ നീതിയിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് സങ്കല്പിക്കുന്നു. പലപ്പോഴും അധികാര സ്ഥാനങ്ങളിൽ നിയുക്തരായവർ നിഷ്കളങ്ക രക്തം ചൊരിയുന്നതിൽ ഭാഗികമായ ഉത്തരവാദികളായിട്ടുണ്ട്. പൊതുകാര്യങ്ങളുടെ ഭരണം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള സ്നേഹിതന്മാരുടെ പ്രേരണ നിമിത്തം അപരിഹാര്യമായ ദുരിതങ്ങൾ അവർ വരുത്തി വെച്ചിട്ടുണ്ട്. ഇവർ തങ്ങളുടെ ദുസ്വഭാവങ്ങളിൽ നിന്നും വരുന്ന നീചമായ വഞ്ചന നിമിത്തം തങ്ങളുടെ പരമാധികാരത്തെ ആത്മാർത്ഥമായ സന്മനസ്സിനെ കബളിപ്പിക്കുന്നു. അയോഗ്യമായ അധികാരം കൈയാളുന്നവരുടെ വിനാശകരമായ പെരുമാറ്റത്തിലൂടെ നടത്തിയ ദുഷ്ടതകൾ പുരാതന രേഖകളിൽ കാണുന്നതിലധികം നാം അടുത്ത കാലത്ത് നടത്തിയ അന്വേഷണങ്ങൾ കൊണ്ട് തെളിഞ്ഞിട്ടുണ്ട്. ഭാവിയിൽ നമ്മുടെ രാജ്യത്തെ എല്ലാ മനുഷ്യരുടെയും ഇടയിൽ ശാന്തിയും സമാധാനവും തുടരാൻ നാം കൂടുതൽ ശ്രദ്ധ ചെലുത്തും. അതിനായി നമ്മുടെ ഭരണരീതി മാറ്റുകയും എപ്പോഴും നമ്മുടെ കൺമുമ്പിൽ എത്തുന്ന കാര്യങ്ങൾ കൂടുതൽ സമാഭാവന നിറഞ്ഞ പരിഗണനയോടെ ലഭിക്കുകയും ചെയ്യും.
ഹമോദാദയുടെ മകനും മക്കഗണിയക്കാരനും തീർച്ചയായും പേർഷ്യാരക്തത്തിന് അന്യനും നമ്മുടെ ദൈവം തീണ്ടിയിലില്ലാത്തവനുമായ ഹമാൻ നമ്മുടെ അതിഥിയായി ഇത്രയും കാലം എല്ലാ ജനതകളുടെയും നേരെ നമുക്കുള്ള സന്മനത്തിന്റെ ഫലം അനുഭവിച്ചു. നാം അവനെ പിതാവെന്ന് വിളിക്കുകയും എല്ലാവരും ഇന്നും അവനെ രാജ്യസിംഹാസനത്തിന്റെ രണ്ടാം സ്ഥാനക്കാരനായി കുമ്പിട്ട് വണങ്ങുകയും ചെയ്തു പോകുന്നു. എന്നാൽ അഹങ്കാരം അടങ്ങാനാവാതെ അവൻ നമ്മുടെ രാജ്യവും ജീവനും തട്ടിയെടുക്കാൻ തുനിഞ്ഞിറങ്ങി. കാപട്യവും കൗടില്യവും കൊണ്ട് അവൻ നമ്മുടെ രക്ഷകനും ഉപകാരിയുമായ മധ്യയെയും നമ്മുടെ നിഷ്കളങ്കയായ സഹധർമ്മിണി എസ്തേറിനെ അവരോടൊപ്പം അവരുടെ ജനത്തെ നശിപ്പിക്കാൻ അനുവാദം ചോദിച്ചു. ഇങ്ങനെ നാം അരക്ഷിതനാകുമെന്നും തൽഫലമായി രാജ്യം പേർഷ്യക്കാരിൽ നിന്ന് മധ്യനിയക്കാരിലേക്ക് കൈമാറുമെന്നും അവൻ കരുതി. പക്ഷേ അഭിശബ്ദനായ ഇവനാൽ പൂർണ്ണനാശത്തിന് വിധിക്കപ്പെട്ട യഹൂദർ ദുഷ്ടത പ്രവർത്തിക്കുന്നവരല്ലെന്നും ഏറ്റവും നീതിയുക്തമായ നിയമങ്ങളാൽ നയിക്കപ്പെട്ടവരാണെന്നും ഏറ്റവും ശക്തമായി ജീവിക്കുന്ന ദൈവമായ അത്യുന്നതന്റെ മക്കളാണെന്ന് ഞാൻ കാണുന്നു. നമുക്ക് പിതാക്കന്മാർക്കു വേണ്ടി രാജ്യത്തെ ഏറ്റവും ഉത്തമമായ നീതിയിൽ നയിച്ചത് ആ ദൈവമാണ്. ആകയാൽ ഹമോദയുടെ മകൻ ഹാമാൻ അയച്ച കത്തുകൾ നടപ്പിലാക്കാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇതെല്ലാം ചെയ്ത അവനെ തന്റെ സകല ബന്ധുജനങ്ങളോടുകൂടെ സൂസായിയുടെ കവാടത്തിൽ കഴിവിലേറ്റിയിരിക്കുന്നു. എല്ലാറ്റിനെയും ഭരിക്കുന്ന ദൈവം അവൻ അർപ്പിച്ച ശിക്ഷ അവന്റെ മേൽ വേഗം വരുത്തിയിരിക്കുന്നു. ഈ കത്തിന്റെ ഒരു പകർപ്പ് എല്ലാവർക്കും കാണാൻ കഴിയും വിധം എല്ലായിടത്തും ഭരിക്കണം. തങ്ങളുടെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ യഹൂദരെ അനുവദിക്കണം. 12 മാസമായി ആധാർ 13-ാം ദിവസം യഹൂദരെ നശിപ്പിക്കാൻ നിശ്ചയിച്ചിരുന്ന അതേ ദിവസം അവരെ ആക്രമിക്കാൻ ഒരുങ്ങുന്നവരുടെ പിടിയിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ട എല്ലാ സഹായങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കണം. എന്തെന്നാൽ എല്ലാത്തിനെയും ഭരിക്കുന്ന ദൈവം താൻ തിരഞ്ഞെടുത്ത ജനതയ്ക്ക് നാശത്തിന്റെ ഈ ദിനത്തെ ആനന്ദത്തിന്റെ ദിനമായി മാറ്റിയിരിക്കുന്നു. നിങ്ങളുടെ അനുസ്മരണോത്സവങ്ങളിൽ ഒന്നായി ഈ ദിനത്തെ നിങ്ങൾ അത്യാഹ്ലാദത്തോടെ ആഘോഷിക്കുകയും അങ്ങനെ ഇന്നും എന്നും നമുക്ക് വിശ്വസ്തരായ പേർഷ്യക്കാർക്കും ഇത് രക്ഷയുടെയും നമുക്കെതിരെ ഗൂഢാലോചന നടത്തുന്നവർക്ക് നാശത്തിന്റെയും ഓർമ്മയായിട്ടെ. ഇങ്ങനെ പ്രവർത്തിക്കാതെ എല്ലാ നഗരവും ഗ്രാമവും ഒന്നൊഴിയാതെ കുന്തം കൊണ്ട് തീ കൊണ്ടും ക്രോധത്തോടെ നശിപ്പിക്കപ്പെടും. അവ മനുഷ്യർക്ക് കടക്കാൻ കൊള്ളാത്തതും മൃഗങ്ങൾക്കും പക്ഷികൾക്കും പോലും എല്ലാ കാലത്തേക്കും ഏറ്റവും വെറുക്കപ്പെട്ടതുമായി തീരും. അധ്യായം 8 യഹൂദരുടെ ആഹ്ലാദം. ഈ എഴുത്തിന്റെ ഒരു പകർപ്പ് ഒരു കൽപ്പനയായി എല്ലാ പ്രവിശ്യകളിലും പ്രസിദ്ധീകരിക്കുകയും ജനതകളുടെ ഇടയിൽ വിളംബരം ചെയ്യുകയും വേണ്ടിയിരുന്നു. ആ ദിവസം യഹൂദർ തങ്ങളെ ആക്രമിക്കുന്ന ശത്രുക്കൾക്കെതിരെ പ്രതികാരം ചെയ്യാൻ തയ്യാറാകേണ്ടിയിരുന്നു. അതുകൊണ്ട് രാജാവിന്റെ സേവനത്തിന് ഉപയോഗിച്ചിരുന്ന വേഗമേറിയ കുതിരയുടെ പുറത്ത് രാജകൽപ്പന അനുസരിച്ച് ദൂതന്മാർ ശൃംഖം പുറപ്പെട്ടു. വിളംബരം തലസ്ഥാനമായ സുസായിൽ പ്രസിദ്ധപ്പെടുത്തി. സുസാ നഗരമാകെ ആർപ്പുവിളിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുകയും മധ്യയാക്കിയ നീലയും വെള്ളയുമായ രാജകീയ വസ്ത്രവും ഒരു വലിയ സ്വർണ്ണ കിരീടവും നേരിയ ചണനൂല് കൊണ്ടുള്ള ചുമന്ന മേലങ്കിയും അണിഞ്ഞ് രാജസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു. യഹൂദർ പ്രസന്നരായി. അവർക്ക് സന്തുഷ്ടിയും ആനന്ദവും ബഹുമാനവും കൈവന്നു. രാജകൽപ്പനയും വിളംബരവും എത്തിയ സകല പ്രവിശ്യകളിലും നഗരങ്ങളിലും യഹൂദർ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്തു. അവർക്ക് അത് വിശ്രമത്തിന്റെയും ഒരു ഉത്സവ ആഘോഷത്തിന്റെയും ദിവസമായിരുന്നു. രാജ്യത്തെ ആളുകളിൽ അനേകം പേർ തങ്ങൾ യഹൂദരാണെന്ന് പ്രഖ്യാപിച്ചു. എന്തെന്നാൽ യഹൂദരെ കുറിച്ചുള്ള ഭയം അവരെ പിടികൂടിയിരുന്നു. അധ്യായം 9 യഹൂദരുടെ പ്രതികാരം. 12-ാം മാസമായ ആധാർ 13-ാം ദിവസം രാജാവിന്റെ കൽപ്പനയും വിളംബരവും നിർവഹിക്കപ്പെടേണ്ട ആ ദിവസം യഹൂദരെ കീഴടക്കാമെന്ന് അവരുടെ ശത്രുക്കൾ പ്രതീക്ഷിച്ചിരുന്ന ആ ദിവസം യഹൂദർ തങ്ങളുടെ ശത്രുക്കളുടെ മേൽ വിജയം നേടുന്ന ദിവസമായി മാറി. അഹസ്വേരോസിന്റെ എല്ലാ പ്രവിശ്യകളിലും തങ്ങളുടെ നഗരങ്ങളിൽ യഹൂദർ തങ്ങളുടെ നാശം ആഗ്രഹിച്ചിരുന്നവരെ വധിക്കാൻ ഒരുമിച്ച് കൂടി. ആർക്കും അവർക്കെതിരെ നിലകൊള്ളാൻ കഴിഞ്ഞില്ല.
കാരണം അവരെക്കുറിച്ചുള്ള ഭയം അത്ര കണ്ട് എല്ലാ ജനതകളെയും ബാധിച്ചിരുന്നു. പ്രവിശ്യകളിലെ എല്ലാ പ്രഭുക്കന്മാരും ദേശാധിപതികളും നാടുവാഴികളും രാജ്യസേവകന്മാരും യഹൂദരെ സഹായിച്ചു. കാരണം അവർ മർദ്ദിയാക്കിയ രാജാവിന്റെ ഭവനത്തിൽ ഉന്നതനായിരുന്നു. അവന്റെ കീർത്തി സകല പ്രവിശ്യകളിലും വ്യാപിച്ചു. അങ്ങനെ മർദ്ദിയാക്കിയ കൂടുതൽ ശക്തനായി തീർന്നു. യഹൂദർ തങ്ങളുടെ സകല ശത്രുക്കളുടെയും വാളിനിരയാക്കി നശിപ്പിച്ചു. തങ്ങളെ വെറുത്തിരുന്നവരോട് ഇഷ്ടമുള്ളതെല്ലാം അവർ ചെയ്തു. തലസ്ഥാനമായ സുസായിൽ മാത്രം യഹൂദർ 500 പേരെ വധിച്ചു. ബാഷാൻധാത, ഹൽഫോൻ, അസ്പാദ, കൊറോത്ത, അദാലിയ, അരിധാത, പർമാശത, അരിസായി, അരിഥായി, വൈസാദ എന്നിങ്ങനെ ഹമോദായിയുടെ മകനും യഹൂദരുടെ ശത്രുവുമായ ഹാമാന്റെ 10 പുത്രന്മാരെയും അവർ വധിച്ചു. എന്നാൽ അവർ കവർച്ച നടത്തിയില്ല. തലസ്ഥാനമായ സൂസായിൽ കൊല്ലപ്പെട്ടവരുടെ സംഖ്യ അന്ന് തന്നെ രാജാവിനെ അറിയിച്ചു. രാജാവ് എസ്തേർ രാജ്ഞിയോട് പറഞ്ഞു, തലസ്ഥാനമായ സൂസായിൽ യഹൂദർ 500 പേരെയും കൂടാതെ ഹാമാന്റെ 10 പുത്രന്മാരെയും കൊന്നിട്ടുണ്ട്. അപ്പോൾ രാജാവിന്റെ മറ്റു പ്രവിശ്യകളിൽ അവർ എന്തു തന്നെ ചെയ്തിരിക്കുകയില്ല. ഇനി നിന്റെ അപേക്ഷ എന്താണ്? അത് നിനക്ക് ഞാൻ സാധിച്ചു തരാം. നിന്റെ അടുത്ത ആവശ്യം എന്ത്? അത് നിവർത്തിച്ചു തരാം. എസ്തേർ പറഞ്ഞു, രാജാവിന് ഇഷ്ടമാണെങ്കിൽ ഇന്നത്തെ വിളംബരം അനുസരിച്ച് നാളെയും പ്രവർത്തിക്കാൻ സൂസായിലുള്ള യഹൂദരെ അനുവദിച്ചാലും ഹാമാന്റെ 10 പുത്രന്മാരെയും കടുവിലയച്ചട്ടെ. അങ്ങനെ ചെയ്യുന്നതിന് രാജാവ് കൽപ്പന നൽകി. സൂസായിൽ ഒരു വിളംബരം പുറപ്പെടുവിക്കുകയും ഹാമാന്റെ 10 പുത്രന്മാരെയും തൂക്കിലിടുകയും ചെയ്തു. സൂസായിലുള്ള യഹൂദർ ആധാർ മാസം 14-ാം ദിവസം ഒരുമിച്ച് കൂടി സൂസായിൽ 300 പേരെ വധിച്ചു. കവർച്ചയൊന്നും നടത്തിയില്ല. രാജാവിന്റെ പ്രവിശ്യകളിൽ ഉണ്ടായിരുന്ന യഹൂദരും തങ്ങളുടെ ജീവനെ രക്ഷിക്കാൻ ഒന്നിച്ചുകൂടി. ശത്രു ഭീഷണിയിൽ നിന്ന് അവർ വിമോചനം നേടി. തങ്ങളെ വെറുത്തിരുന്ന 70,000 പേരെ അവർ കൊന്നു. പക്ഷേ അവർ കവർച്ച നടത്തിയില്ല. ഇത് ആധാർ മാസം 13-ാം ദിവസമായിരുന്നു. 14-ാം ദിവസം അവർ വിശ്രമിച്ചു. അത് ഉത്സവത്തിന്റെയും സന്തോഷത്തിന്റെയും ദിനമായിരുന്നു. എന്നാൽ സൂസായിൽ യഹൂദർ 13-14 ദിവസങ്ങളിൽ ഒന്നിച്ചുകൂടുകയും 15-ാം ദിവസം വിശ്രമിച്ചുകൊണ്ട് അത് വിരുന്നിന്റെയും സന്തോഷത്തിന്റെയും ദിനമാക്കുകയും ചെയ്തു. ഇതുകൊണ്ടാണ് ചെറിയ പട്ടണങ്ങളിൽ വസിക്കുന്ന ഗ്രാമീണരായ യഹൂദർ ആധാർ മാസം 14-ാം ദിവസം സന്തോഷത്തിന്റെയും വിരുന്നിന്റെയും വിശ്രമത്തിന്റെയും സമ്മാനങ്ങൾ പരസ്പരം കൈമാറുന്നതിന്റെ ദിനമായി ആചരിക്കുന്നത്. പൂരീം തിരുനാൾ. മർദ്ദിയാക്കിയ ഇതെല്ലാം രേഖപ്പെടുത്തി. അഹസ്വേരോസ് രാജാവിന്റെ സകല പ്രവിശ്യകളിലുമുള്ള സമീപസ്ഥരും വിദൂരസ്ഥരുമായ സകലർക്കും യഹൂദർക്കും എല്ലാ വർഷവും ആധാർ മാസം 14-ഉം 15-ഉം ദിവസങ്ങൾ ശത്രുക്കളിൽ നിന്നുള്ള മോചനത്തിന്റെ ദിനങ്ങളായും ആ മാസം ദുഃഖം സന്തോഷമായും വിലാപം വിശ്രമമായും തീർന്ന മാസമായും ആചരിക്കണമെന്ന് അവർ എഴുതി. വിരുന്നിന്റെയും സന്തോഷത്തിന്റെയും ദിനങ്ങളായി പരസ്പരം സമ്മാനങ്ങളും ദരിദ്രർക്ക് ദാനങ്ങളും കൊടുക്കുന്ന ദിനങ്ങളായി അത് ആചരിക്കണമെന്ന് അവൻ എഴുതി. അങ്ങനെ തങ്ങൾ ആരംഭിച്ചതുപോലെ മർദ്ദിയാക്കി എഴുതിയതുപോലെയും യഹൂദർ ആചരിച്ചു തുടങ്ങി. കാരണം അഖ്യാന്യനും ഹമാദായിയുടെ മകനും സകല യഹൂദരുടെയും ശത്രുവുമായ ഹാമാൻ യഹൂദരെ നശിപ്പിക്കാൻ ഗൂഢാലോചന നടത്തുകയും അവരെ തകർത്തില്ലാതാക്കാൻ അഥവാ നറുക്കിടുകയും ചെയ്തിരുന്നു. എന്നാൽ എസ്തേർ രാജസന്നിധിയിലെത്തിയപ്പോൾ യഹൂദർക്കെതിരെ ഉണ്ടാക്കിയ അവന്റെ ദുഷ്ടമായ ഉപായം അവന്റെ തലയിൽ തന്നെ പതിക്കുന്നതിനും അവന്റെ മക്കളെയും കഴിവിലേറ്റുന്നതിനു വേണ്ടി രാജാവ് കൽപ്പന എഴുതി കൊടുത്തു. ആകയാൽ പൂരം എന്ന പേരിൽ നിന്ന് അവർ ഈ ദിവസങ്ങളെ പൂര്യം എന്ന് വിളിച്ചു. ഈ കത്തിൽ എഴുതിയിരുന്നതും ഇക്കാര്യത്തിൽ തങ്ങൾക്ക് നേരിടേണ്ടി വന്നതും സംഭവിച്ചതുമായ കാര്യങ്ങളും നിമിത്തം തങ്ങളും തങ്ങളുടെ സന്തതികളും തങ്ങളോട് ചേരുന്നവരും എഴുതപ്പെട്ടതിനനുസരിച്ച് മുടക്കം കൂടാതെ ഓരോ വർഷവും ഈ സമയത്ത് ഈ 2 ദിവസങ്ങളും ഓരോ തലമുറയിലും ഓരോ കുടുംബത്തിലും പ്രവിശ്യയിലും നഗരത്തിലും ഓർമ്മിക്കുന്നതിനും ആഘോഷിക്കുന്നതിനും പൂര്യം ദിനങ്ങൾ മറന്നു കളയുകയോ ഈ ദിനങ്ങളുടെ ഓർമ്മ തങ്ങളുടെ സന്തതികളുടെ ഇടയിൽ നിന്ന് മാഞ്ഞു പോവുകയോ ചെയ്യാതിരിക്കുന്നതിനും വേണ്ടി യഹൂദർ നിയമം നിർമ്മിക്കുകയും അപ്രകാരം ആചരിച്ചു പോരുകയും ചെയ്തു. അബിഹായിലിന്റെ മക്കളായ എസ്തേർ രാജ്ഞിയും യഹൂദനായ മർദ്ദിയാക്കിയും പൂരീമിനെ സംബന്ധിക്കുന്ന ഈ 2ാമത്തെ കത്തിന് രേഖാമൂലം
അധികാരമായ സ്ഥിരീകരണം നൽകി. സമാധാനത്തിന്റെയും സത്യത്തിന്റെയും വാക്കുകളിൽ ഓസിരീസിന്റെ 187 പ്രവിശ്യകളിലുമുള്ള സകല യഹൂദർക്കും കത്തുകൾ അയച്ചു. പൂരീമിന്റെ ഈ ദിനങ്ങൾ നിശ്ചിത കാലങ്ങളിൽ യഹൂദനായി മർദ്ദിയാക്കിയെയും എസ്തേർ രാജ്ഞിയെയും യഹൂദരോട് ആജ്ഞാപിച്ചതുപോലെ യഹൂദർ തന്നെ തങ്ങൾക്കും തങ്ങളുടെ സന്തതികൾക്കും വേണ്ട ഉപവാസത്തെയും വിലാപത്തെയും കുറിച്ച് തീരുമാനിച്ചതുപോലെയും ആചരിക്കുന്നതിനു വേണ്ടിയായിരുന്നു അത്. എസ്തേർ രാജ്ഞിയുടെ കൽപ്പന പൂരീമിന്റെ ഈ ആചാരങ്ങൾ ക്രമീകരിക്കുകയും അവ രേഖപ്പെടുത്തുകയും ചെയ്തു. അധ്യായം 10 മർദ്ദിയാക്കിയുടെ മഹത്വം. അഹസ്വേരോസ് രാജാവ് ദേശത്തും തീരപ്രദേശങ്ങളിലും കരം ചുമത്തി. അവന്റെ വീരപ്രവൃത്തികളും മർദ്ദിയാക്കിയയ്ക്ക് നൽകിയ ഉന്നത സ്ഥാനങ്ങളുടെ വിവരവും മോദ്ധ്യയിലെയും പേർഷ്യയിലെയും രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. യഹൂദനായ മർദ്ദിയാക്കിയ അഹസ്വേരോസ് രാജാവിന് തൊട്ടടുത്ത സ്ഥാനമുള്ളവനും യഹൂദരുടെ ഇടയിൽ ഉന്നതനും തന്റെ വിപുലമായ സഹോദര ഗണത്തിന് സുസമത്വനുമായിരുന്നു. എന്തെന്നാൽ അവൻ സ്വജനത്തിന്റെ ക്ഷേമത്തിനും സമാധാനത്തിനും വേണ്ടി പ്രവർത്തിച്ചു. മർദ്ദിയാക്കിയ കാര്യം ഇതെല്ലാം ദൈവത്തിൽ നിന്നാണ് വന്നത്. ഇവയെക്കുറിച്ച് എനിക്കുണ്ടായ സ്വപ്നം ഞാൻ ഓർമ്മിക്കുന്നു. അതിലൊന്നുപോലും സംഭവിക്കാതിരുന്നില്ല. നദിയായി മാറിയ ഉച്ചരുവി, പ്രകാശവും സൂര്യൻ, സമൃദ്ധിയായ ജലവും ആ നദിയാണ്. രാജാവ് പരിഗ്രഹിച്ചു രാജ്ഞിയാക്കിയ എസ്തേർ 2 ഭീകരസത്വങ്ങൾ ഹാമാനും ഞാനുമാണ്. ജനതകൾ യഹൂദരുടെ നാമം നശിപ്പിക്കാൻ ഒരുമിച്ച് കൂടിയവരാണ്. എന്റെ ജനമാകട്ടെ ദൈവത്തോട് നിലവിളിക്കുകയും രക്ഷിക്കപ്പെടുകയും ചെയ്ത ഈ ഇസ്രായേലാണ്. കർത്താവ് തന്റെ ജനത്തെ രക്ഷിച്ചിരിക്കുന്നു. ഈ തിന്മകളിൽ നിന്നെല്ലാം കർത്താവ് ഞങ്ങളെ മോചിപ്പിച്ചിരിക്കുന്നു. ജനതകളുടെ ഇടയിൽ സംഭവിച്ചിട്ടില്ലാത്ത വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും ദൈവം ചെയ്തിരിക്കുന്നു. ഈ ലക്ഷ്യത്തിനു വേണ്ടി ദൈവം തന്റെ ജനത്തിന് ഒന്നും മറ്റെല്ലാ ജനതയ്ക്കും വേണ്ടി മറ്റൊന്നുമായി 2 നറുക്ക് ഉണ്ടാക്കി. നറുക്കിൻ പ്രകാരം സകല ജനതകളുടെയും ഇടയിൽ ദൈവം നിശ്ചയിച്ച നാഴികയിലും നിമിഷത്തിലും ദിവസത്തിലും സംഭവിച്ചു. കർത്താവ് തന്റെ ജനത്തെ സ്മരിക്കുകയും തന്റെ അവകാശത്തിനു വേണ്ടി പ്രതികാരം ചെയ്യുകയും ചെയ്തു. ആകയാൽ അവർ ആധാർ മാസം 14 15 ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ആനന്ദത്തോടും ആഹ്ലാദത്തോടും കൂടെ സമ്മേളിച്ച് തലമുറയായി തന്റെ ജനമായ ഇസ്രായേലിൽ എന്നേക്കും ഇത് ആചരിക്കണം. അധ്യായം 11 ഗ്രീക്ക് പരിഭാഷ. ടോളമിയുടെയും ക്ലിയോപാട്രയുടെയും വാഴ്ചയുടെ 4-ാം വർഷം പുരോഹിതനും ലേവ്യനുമാണെന്ന് അവകാശപ്പെടുന്ന ദെസ്തിയോസും മകൻ ടോളമിയും പൂരീമിനെ കുറിച്ചുള്ള മുകളിൽ കൊടുത്ത കത്ത് ഈജിപ്തിലേക്ക് കൊണ്ടുവന്നു. ഈ കത്ത് അകൃത്രിമമാണെന്നും ജെറുസലേം നിവാസിയുടെയും ടോളമിയുടെയും മകനുമായ ലിസിമക്കുസ് വിവർത്തനം ചെയ്തതാണെന്നും അവർ പറഞ്ഞു. മക്കയാർ 1-ാം അധ്യായം. മഹാനായ അലക്സാണ്ടർ. ഫിലിപ്പിന്റെ പുത്രനും മഗ്ദാനിയക്കാരനുമായ അലക്സാണ്ടർ കീത്തീൻ ദേശത്ത് നിന്ന് വന്ന പേർഷ്യക്കാരുടെയും മെദ്യാക്കാരുടെയും രാജാവായ ദാരിയൂസിനെ കീഴടക്കി ഭരണം ഏറ്റെടുത്തു. അതിനു മുൻപ് തന്നെ അവൻ ഗ്രീസിന്റെ രാജാവായിരുന്നു. അവൻ നിരവധി യുദ്ധങ്ങൾ ചെയ്തു, കോട്ടകൾ പിടിച്ചടക്കി, രാജാക്കന്മാരെ വധിച്ചു. ഭൂമിയുടെ അതിർത്തികൾ വരെ അവൻ മുന്നേറി അസംഖ്യം രാജ്യങ്ങൾ കൊള്ളയടിച്ചു. ലോകം മുഴുവൻ തനിക്ക് അധീനമായപ്പോൾ അവൻ അഹങ്കാരോന്മത്തനായി. സുശക്തമായൊരു സൈന്യത്തെ ശേഖരിച്ച് അവൻ രാജ്യങ്ങളുടെയും ജനതകളുടെയും നാടുവാഴികളുടെയും മേൽ ആധിപത്യം സ്ഥാപിച്ചു. അവർ അവനെ സമാധിതരായി. അങ്ങനെയിരിക്കെ അവൻ രോഗബാധിതനായി. മരണം ആസന്നമായെന്ന് അവൻ മനസ്സിലാക്കി. ചെറുപ്പം മുതലേ തന്റെ പാർശ്വവർത്തികളായിരുന്ന സമുന്നതരായ സേനാധിപന്മാരെ വിളിച്ചു വരുത്തി അവർക്ക് താൻ മരിക്കുന്നതിന് മുമ്പ് അവൻ രാജ്യം വിഭജിച്ചു കൊടുത്തു. 12 വർഷത്തെ ഭരണത്തിന് ശേഷം അലക്സാണ്ടർ മരണമടഞ്ഞു. സേനാധിപന്മാർ തങ്ങളുടെ പ്രദേശങ്ങളിൽ ഭരണം തുടങ്ങി. അലക്സാണ്ടറുടെ മരണത്തിന് ശേഷം അവർ സ്വയം കിരീടം ധരിച്ച് രാജാക്കന്മാരായി. അനേക വർഷത്തേക്ക് അവരുടെ പുത്രന്മാരും ആ രീതി തുടർന്നു. അവർ മൂലം ഭൂമിയിൽ ദുരിതങ്ങൾ പെരുകി. അന്തിയോക്കസ് എപ്പിഫാനസ്. അവരുടെ വംശത്തിൽപ്പെട്ട
തിയോസ് രാജാവിന്റെ പുത്രനായ തിന്മയുടെ പേരായ അന്തിയോക്കസ് എപ്പിഫാനസ് ജനിച്ചു. ഗ്രീക്ക് സാമ്രാജ്യം സ്ഥാപിതമായതിന്റെ 137 വർഷം ഭരണം ഏൽക്കുന്നതിന് മുമ്പ് അവൻ റോമായിൽ തടവിലായിരുന്നു. അക്കാലത്തെ നിയമനിഷേധകരായ ചിലർ മുൻപോട്ട് വന്ന് ഇസ്രായേലിൽ അനേകം പേരെ വഴിതെറ്റിക്കും വിധം പറഞ്ഞു, ചുറ്റുമുള്ള വിജാതീയരുമായി നമുക്ക് ഉടമ്പടി ചെയ്യാം. കാരണം അവരിൽ നിന്ന് പിരിഞ്ഞതിൽ പിന്നെ വളരെയേറെ അനർത്ഥങ്ങൾ നമുക്ക് ഭവിച്ചിരിക്കുന്നു. ഈ നിർദ്ദേശങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ടു. കുറെ ആളുകൾ താല്പര്യപൂർവ്വം രാജാവിന്റെ അടുക്കലെത്തി. വിജാതിയരുടെ ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ അവൻ അവർക്ക് അനുവാദം നൽകി. അവർ ജെറുസലേമിൽ വിജാതീയ രീതിയിലുള്ള ഒരു കായിക അഭ്യാസ കളരി സ്ഥാപിച്ചു. പരിശോധനത്തിന്റെ അടയാളങ്ങൾ അവർ മായ്ച്ചു കളഞ്ഞു. വിശുദ്ധ ഉടമ്പടി പരിത്യജിച്ചു. വിജാതീയരോട് ചേർന്ന് ദുഷ്കൃത്യങ്ങൾ മുഴുകുകയും ചെയ്തു. രാജാവ് തന്റെ കയ്യിൽ ഭദ്രമായി എന്ന് കണ്ട ഈജിപ്തിന്റെ കൂടെ രാജാവാകാൻ അന്തിയോക്യസ് തീരുമാനിച്ചു. 20 രാജ്യങ്ങളുടെ അധിപനാകാനായിരുന്നു അവന്റെ മോഹം. രഥങ്ങളും ആനകളും പട്ടാളവും വലിയൊരു കപ്പൽപ്പടയും അടങ്ങിയ സുശക്തമായ സൈന്യത്തോടെ അവൻ ഈജിപ്തിനെ ആക്രമിച്ചു. ഈജിപ്ത് രാജാവായ ടോളിമായി അവൻ ഏറ്റുമുട്ടി. ടോളമി പിന്തിരിഞ്ഞോടി. വളരെ പേർ മുറിവേറ്റു വീണു. ഈജിപ്തിലെ സുരക്ഷിത നഗരങ്ങൾ അവൻ പിടിച്ചെടുക്കി. ഈജിപ്ത് ദേശം കൊള്ളയടിച്ചു. 143 ആണ്ടിൽ ഈജിപ്ത് കീഴടക്കിയ ശേഷം അന്തിയോക്കസ് മടങ്ങി. ഇസ്രായേലിനെതിരെ ശക്തമായൊരു സൈന്യവുമായി പുറപ്പെട്ട് അവൻ ജെറുസലേമിലെത്തി. അവൻ ഔദ്യോഗികത്തോടെ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് സുവർണ ബലിപീഠവും വിളക്കുകാലുകളും അവിടെയുണ്ടായിരുന്ന എല്ലാ ഉപകരണങ്ങളും കൈവശമാക്കി. തിരുസന്നിധി അപ്പത്തിന്റെ മേശയും പാനീയ ബലികൾക്കുള്ള ചഷകങ്ങളും കോപ്പകളും സുവർണ ധൂപം കലശങ്ങളും തിരശ്ശീലയും കിരീടങ്ങളും ദേവാലയ പൂമുഖത്തെ കനകവിധാനങ്ങളും എല്ലാം അവൻ കൊള്ളയടിച്ചു. അവിടെ ഉണ്ടായിരുന്ന വെള്ളിയും സ്വർണവും വിലപിടിച്ച പാത്രങ്ങൾ കൈവശപ്പെടുത്തി. ഒളിച്ചു വെച്ചിരുന്ന നിധികളിൽ കണ്ടെത്തിയതെല്ലാം അവൻ കൈക്കലാക്കി. അവയും കൊണ്ട് അവൻ സ്വദേശത്തേക്ക് മടങ്ങി. അവൻ ഏറെ രക്തം ചൊരിഞ്ഞു. അവന്റെ സംസാരത്തിൽ അഹങ്കാരം മുറ്റിനിന്നു. ഇസ്രായേൽ സമൂഹങ്ങളെല്ലാം തീവ്ര ദുഃഖത്തിലാകുന്നു. ഭരണാധിപന്മാരിലും പ്രമാണികളിലും നിന്ന് ദീനരോധനം ഉയർന്നു. യുവാക്കന്മാർ തളർന്ന് അവശരായി. സ്ത്രീകളുടെയും സൗന്ദര്യത്തിന് മങ്ങലേറ്റു. മരണവാളൻ വിലപിച്ചു. മണവറയിൽ മണവാട്ടി പ്രലപിച്ചു. ദേശം പോലും അതിലെ നിവാസികളെ പ്രതി വിറകൊണ്ടു. യാക്കോബിന്റെ ഭവനം ലജ്ജാവൃതമായി. മതമർദ്ദനം. 2 വർഷങ്ങൾക്ക് ശേഷം രാജാവ് തന്റെ കപ്പം പിരിവുകാരിൽ പ്രമുഖനായ ഒരുവനെ യൂദാ നഗരങ്ങളിലേക്ക് അയച്ചു. വലിയൊരു സൈന്യവുമായി അവൻ ജെറുസലേമിലെത്തി. അവൻ ചതിവായി അവരോട് സമാധാനത്തിന്റെ ഭാഷയിൽ സംസാരിച്ചു. അവർ അവനെ വിശ്വസിച്ചു. എന്നാൽ അവൻ പെട്ടെന്ന് നഗരം ആക്രമിച്ച് കനത്ത ആഘാതമേൽക്കുകയും അനേകം ഇസ്രായേൽക്കാരെ നശിപ്പിക്കുകയും ചെയ്തു. അവൻ നഗരം കൊള്ളയടിച്ചു. അതിനെ അഗ്നിക്കിരയാക്കി. അതിലെ വീടുകളും നഗരഭിത്തികളും തകർത്തു. അവർ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും തടവുകാരാക്കി. കന്നുകാലികളെ കവർച്ച ചെയ്തു. ഉറപ്പുള്ള വലിയൊരു മതിലും ബലമേറിയ ഗോപുരങ്ങളും പണിത ദാവീദിന്റെ നഗരത്തെ അവർ സുശക്തമാക്കി. അത് അവരുടെ സങ്കേതമായി തീർന്നു. ദുഷ്ടരും അധർമ്മികളുമായ ഒരു വിഭാഗം ആളുകളെ അവർ അവിടെ താമസിപ്പിച്ചു. അവർ അവിടെ നിലയുറപ്പിച്ചു. അവർ ആയുധങ്ങളും ഭക്ഷ്യ പദാർത്ഥങ്ങളും ജെറുസലേമിൽ നിന്ന് ശേഖരിച്ച കവർച്ച വസ്തുക്കളും അവിടെ സംഭരിച്ചു. അങ്ങനെ അവർ ഒരു കെണിയായി. അത് വിശുദ്ധ സ്ഥലത്തെ ആക്രമിക്കാനുള്ള ഒരു സ്ഥലമായി മാറി. ഇസ്രായേലിനെ നിരന്തരം അനക്കുന്ന ദുഷ്ടപ്രതിയോഗിയും വിശുദ്ധ സ്ഥലത്തിന് ചുറ്റും അവർ നിഷ്കളങ്ക രക്തം ചിന്തി. വിശുദ്ധ സ്ഥലം അശുദ്ധമാക്കുക പോലും ചെയ്തു. ജെറുസലേം നിവാസികൾ അവരെ ഭയന്ന് ഓടിപ്പോയി. അവൾ വിദേശീയരുടെ വാസസ്ഥലമായി പരിണമിച്ചു. സ്വസന്താനങ്ങൾക്ക് അവൾ അന്യായി. സ്വന്തം മക്കൾ അവളെ ഉപേക്ഷിച്ചു. അവളുടെ വിശുദ്ധ സ്ഥലം മരുഭൂമിക്ക് തുല്യം വിഭജനമായി.
വിജനമായി. തിരുനാളുകൾ വിലാപ ദിനങ്ങളായി മാറി. സാപത്തുകൾ പരിഹാസ വിഷയമായി. അവളുടെ കീർത്തി അഭിമാനിക്കപ്പെട്ടു. അപകീർത്തി മുൻമഹത്വത്തിനൊപ്പം അവളെ ചുറ്റു നിന്നു. അവളുടെ ഔന്നത്യം വിലാപത്തിന് വഴിമാറി. സ്വന്തം ആചാരങ്ങൾ ഉപേക്ഷിച്ച് എല്ലാവരും ഒരു ജനതയായി തീരണമെന്ന് രാജാവ് രാജ്യത്തെങ്ങും കൽപ്പന വിളംബരം ചെയ്തു. വിജാതീയരെല്ലാം രാജകൽപ്പന സ്വാഗതം ചെയ്തു. ഇസ്രായേലിൽ നിന്ന് പോലും വളരെ പേർ അവന്റെ നിത്യത്വം സന്തോഷം സ്വീകരിച്ചു. അവർ വിഗ്രഹങ്ങൾക്കും ബലി സമർപ്പിക്കുകയും സാപത്ത് അശുദ്ധമാക്കുകയും ചെയ്തു. രാജാവ് ജെറുസലേമിലേക്കും യൂദാ നഗരങ്ങളിലേക്കും ദൂതന്മാർ കത്തുകൾ അയച്ചു. സ്വന്തം നാടിന് അന്യമായ ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ അവൻ ആജ്ഞാപിച്ചു. വിശുദ്ധ സ്ഥലത്ത് ദഹന ബലികളും പാനീയ ബലികളും ഇതര ബലികളും അവൻ നിരോധിച്ചു. സാപത്തുകളും തിരുനാളുകളും അശുദ്ധമാക്കണമെന്നും വിശുദ്ധ സ്ഥലത്തെയും പുരോഹിതന്മാരെയും കളങ്കപ്പെടുത്തണമെന്നും വിഗ്രഹങ്ങൾക്കും ബലിപീഠങ്ങൾക്കും ക്ഷേത്രങ്ങളും കാവുകളും നിർമ്മിക്കണമെന്നും പന്നികളെയും അശുദ്ധ മൃഗങ്ങളെയും ബലിയർപ്പിക്കണമെന്നും അവൻ കൽപ്പിച്ചു. പരിശോധന നിരോധിച്ചു. അവർ നിയമം വിസ്മരിക്കുകയും ചട്ടങ്ങൾ വികലമാക്കുകയും ചെയ്യേണ്ടതിന് അവിശുദ്ധവും മലിനവുമായ എല്ലാവിധ പ്രവൃത്തികളിലും ഏർപ്പെട്ട് തങ്ങളെ തന്നെ നികൃഷ്ടരാക്കണമെന്നും അവൻ നിർദ്ദേശിച്ചു. രാജകൽപ്പന അനുസരിക്കാത്ത ഏവനും മരിക്കണം. ഇങ്ങനെ അവൻ രാജ്യത്തെങ്ങും വിജ്ഞാപനം ചെയ്തു. എല്ലാ ജനതകളുടെയും മേൽ പരിശോധകരെ നിയമിച്ചു. യൂദയായിലെ നഗരങ്ങൾ തവണ വെച്ച് ബലിയർപ്പിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്തു. നിയമം നിർദ്ദേശിച്ച വളരെ പേർ അവരോട് ചേർന്ന നാട്ടിലൊന്നും തിന്മ പ്രവർത്തിച്ചു. ഇസ്രായേൽക്കാർ അഭയസ്ഥാനങ്ങളിൽ ഒളിക്കുന്നതിന് ഇത് ഇടയാക്കി. 145 വർഷത്തെ കിസ്ലോവ് മാസം 15 ദിവസം ദഹനബലിപീഠത്തിന്മേൽ അവർ വിനാശത്തിന്റെയും മ്ലേച്ഛവസ്തു പ്രതിഷ്ഠിച്ചു. ചുറ്റുമുള്ള യൂദയ നഗരങ്ങളിലും അവർ ബലിപീഠങ്ങൾ നിർമ്മിച്ചു. വീടുകളുടെ വാതിലുകളിലും തെരുവീഥികളിലും അവർ ധൂപം അർപ്പിച്ചു. കിട്ടിയ നിയമഗ്രന്ഥങ്ങൾ കീറി തീയിലിട്ടു. ഉടമ്പടി ഗ്രന്ഥം കൈവശം വെക്കുകയോ നിയമത്തോടും കൂറു പുലർത്തുകയോ ചെയ്യുന്നവൻ രാജശാസ്ത്രപ്രകാരം മരണത്തിന് അർഹനായിരുന്നു. നഗരങ്ങളിൽ ഇങ്ങനെ പിടിക്കപ്പെട്ട ഇസ്രായേൽക്കാരുടെ മേൽ അവർ മാസം തോറും ശിക്ഷാവിധി നടപ്പാക്കിയിരുന്നു. ദഹനബലിപീഠത്തിന് മുകളിൽ സ്ഥാപിച്ച പീഠത്തിൽ മാസത്തിന്റെയും 25-ാം ദിവസം അവൻ ബലിയർപ്പിച്ചു. പുത്രന്മാരെ പരിശോധന ചെയ്യിച്ച സ്ത്രീകളെ രാജകൽപ്പന പ്രകാരം അവർ വധിച്ചു. അവരുടെ കുടുംബാംഗങ്ങളും പരിശോധന ചെയ്തവരെ വധിക്കപ്പെട്ടു. ശിശുക്കളെ തള്ളമാരുടെ കഴുത്തിൽ തൂക്കിക്കൊന്നു. എങ്കിലും ഇസ്രായേലിൽ വളരെ പേർ അചഞ്ചലരായി നിന്നു. അശുദ്ധ ഭക്ഷണം കഴിക്കുകയില്ലെന്ന് അവർ ദൃഢനിശ്ചയം ചെയ്തു. ഭക്ഷണത്തെ മലിനരാക്കുകയോ വിശുദ്ധ ഉടമ്പടി അശുദ്ധമാക്കുകയോ ചെയ്യുന്നതിനേക്കാൾ മരിക്കാൻ അവർ സന്നദ്ധരായി. അവർ മരണം വരിക്കുകയും ചെയ്തു. ഇസ്രായേലിന്റെ മേൽ അത്യുഗ്രമായ ക്രോധം നിർദ്ദേശം. അധ്യായം 2. മത്താത്തിയാസും പുത്രന്മാരും. ശിമയോന്റെ പുത്രനായ യോഹന്നാന്റെ പുത്രനും യവാറ് കുടുംബത്തിൽപ്പെട്ട പുരോഹിതനുമായ മത്താത്തിയാസ് ജെറുസലേമിൽ നിന്ന് മദ്യാനയിലേക്ക് മാറി താമസിച്ചു. അവന് 5 പുത്രന്മാരുണ്ടായിരുന്നു. ഖൽദി എന്ന യോഹന്നാൻ, ധാസി എന്ന ശിമയോൻ, ബഗ്ഗയോസ് എന്ന യൂദാസ്, അവരാൻ എന്ന എലിയാസ്, അഫ്യൂസ് എന്ന ജോനാഥൻ. യൂദയായിലും ജെറുസലേമിലും നടമാടുന്ന ദൂഷണങ്ങൾ കണ്ട് മത്താത്തിയാസ് വിലപിച്ചു. കഷ്ടം, ഞാൻ എന്തിനു ജനിച്ചു? എന്റെ ജനം നശിക്കുന്നതും വിശുദ്ധ നഗരം തകരുന്നതും കാണാനാ. ജനങ്ങൾ ശത്രുക്കൾക്ക് അടിയറ വെക്കപ്പെടുന്നതും വിശുദ്ധ സ്ഥലം പരദേശികൾക്ക് ഏൽപ്പിക്കപ്പെടുന്നതും കണ്ട് വെറുതെ ഇരിക്കാനോ? അവളുടെ ദേവാലയം മഹത്വമറ്റവനെ പോലെ ആയിരിക്കുന്നു. അവളുടെ വിശിഷ്ട പാത്രങ്ങൾ കൊള്ളയടിക്കപ്പെട്ടു. അവളുടെ കുഞ്ഞുങ്ങൾ തെരുവുകളിൽ വെച്ച് വധിക്കപ്പെട്ടു. യുവാക്കൾ ശത്രുക്കളുടെ വാളിനിരയായി. അവളുടെ കൊട്ടാരങ്ങൾ കൈയടക്കുകയും അവളെ കൊള്ളയടിക്കുകയും ചെയ്യാത്ത ഏത് രാജ്യമുണ്ട്? അവളുടെ
ആടയ ആഭരണങ്ങൾ അപഹരിക്കപ്പെട്ടിരുന്നു. ഇനിമേൽ അവൾ സ്വതന്ത്രയല്ല, അടിമയാണ്. നമ്മുടെ അഴകും മഹിമയുമായ വിശുദ്ധ സ്ഥലം നശിക്കപ്പെട്ടിരുന്നു. വിജാതിയർ അതിനെ അശുദ്ധമാക്കിയിരുന്നു. നാം ഇനി എന്തിനു ജീവിക്കുന്നു? മത്തായിയേസും പുത്രന്മാരും വസ്ത്രം കീറി ചാക്കുമെടുത്ത് ഏറെ വിലപിച്ചു. മത്താത്തിയാസ് എതിർക്കുന്നു. ജനങ്ങളെ മതത്യാഗത്തിന് നിർബന്ധിച്ചിരുന്ന രാജ്യസേവകർ അവരെ കൊണ്ട് ബലിയർപ്പണം ചെയ്യിക്കാൻ മത്യായ നഗരത്തിലെത്തി. ഇസ്രായേലിൽ നിന്ന് വളരെ പേർ അവരുടെ അടുത്ത് ചെന്ന് മത്താത്തിയാസും പുത്രന്മാരും അവിടെ ഒരുമിച്ച് കൂടി. രാജ്യസേവകർ മത്താത്തിയാസിനോട് പറഞ്ഞു, നീ ഈ നഗരത്തിൽ ആദരിക്കപ്പെടുന്ന മഹാനായ നേതാവാണ്. പുത്രന്മാരുടെയും സഹോദരന്മാരുടെയും പിന്തുണയും നിനക്കുണ്ട്. സകല വിജാതീയരും യൂദയായിലെ ജനങ്ങളും ജെറുസലേമിൽ അവശേഷിച്ചിട്ടുള്ളവരും ചെയ്തതുപോലെ ഇപ്പോൾ രാജശാസനം അനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ നീ ഒന്നാമനായിരിക്കണം. എങ്കിൽ നീയും പുത്രന്മാരും രാജാവിന്റെ സുഹൃത്തുക്കളായി പരിഗണിക്കപ്പെട്ടു. സ്വർണവും വെള്ളിയും മറ്റനവധി പാരിതോഷികങ്ങളും കൊണ്ട് നീയും പുത്രന്മാരും ബഹുമാനസ്ഥരാവുകയും ചെയ്തു. എന്നാൽ മത്തായിസ് മറുപടിയായി ദൃഢസ്വരത്തിൽ പറഞ്ഞു, രാജാവിന്റെ ഭരണത്തിന് കീഴിലുള്ള എല്ലാ ജനതകളും അവനെ അനുസരിക്കുകയും ഓരോരുത്തരും താങ്കളുടെ പിതാക്കന്മാരുടെ മതവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് അവന്റെ കൽപ്പനകൾ പാലിക്കാൻ തീരുമാനിക്കുകയും ചെയ്താലും ഞാനും എന്റെ പുത്രന്മാരും എന്റെ സഹോദരന്മാരും നിങ്ങളുടെ പിതാക്കന്മാരുടെ ഉടമ്പടി അനുസരിച്ച് ജീവിക്കും. നിയമവും കൽപ്പനകളും ഞങ്ങൾ ഒരു തിരസ്കരിക്കുകയില്ല. രാജകൽപ്പന അനുസരിക്കാനായി ഞങ്ങളുടെ മതവിശ്വാസത്തിൽ നിന്ന് ഞങ്ങൾ വ്യതിചലിക്കുകയില്ല. മത്യാസ് ഈ വാക്കുകൾ അവസാനിച്ചപ്പോൾ എല്ലാവരും നോക്കി നിൽക്കുകയും മോദാനിലെ ബലിപീഠത്തിൽ രാജകൽപ്പന പ്രകാരം ബലി അർപ്പിക്കാൻ ഒരു യഹൂദൻ മുന്നോട്ട് വന്നു. അത് കണ്ട് മത്യാസ് തീക്ഷ്ണത കൊണ്ട് ചോദിച്ചു. അവന്റെ ഹൃദയം പ്രക്ഷുബ്ധമായി. ധാർമ്മിക രോഷം പൂണ്ട് അവൻ പാഞ്ഞു നിന്ന യഹൂദനെ ബലിപീഠത്തിൽ വെച്ച് തന്നെ വധിച്ചു. ബലി അർപ്പിക്കാൻ നിർബന്ധിച്ചു കൊണ്ടിരുന്ന രാജസേവകനെയും അവൻ വധിച്ചു. ബലിപീഠം ഇടിച്ചു നിർത്തി. സാലുവിന്റെ പുത്രനായ സീമ്രക്കെതിരെ കെനാഹോസ് എന്ന പേരിലെ നിയമത്തെ പ്രതിയുള്ള തീക്ഷ്ണതയിൽ അവൻ ജ്വലിച്ചു. മത്തിയ സ്വരമേയത്തെ നഗരത്തിൽ വിളിച്ചു പറഞ്ഞു, നിയമത്തെ പ്രതി തീക്ഷ്ണയുള്ളവരും ഉടമ്പടി ആദരിക്കുന്നവരും എന്നോട് വരുവിൻ. അതിനുശേഷം അവനും പുത്രന്മാരും തങ്ങൾക്ക് നഗരത്തിലുണ്ടായിരുന്നതെല്ലാം ഉപേക്ഷിച്ച് മലകളിലേക്ക് ഓടിപ്പോയി. സാമ്പത്തിൽ യുക്തം. നീതിക്കും ന്യായത്തിനും വേണ്ടി നിലകൊള്ളുന്ന വളരെ പേർ വനാന്തരങ്ങളിലേക്ക് താമസം മാറ്റി. അവരോടൊപ്പം പുത്രന്മാരും ഭാര്യമാരും ആടുമാടുകളും ഉണ്ടായിരുന്നു. ദുരിതങ്ങളുടെ ആധിക്യമാണ് അവരെ ഇതിന് പ്രേരിപ്പിച്ചത്. രാജകൽപ്പന നിരസിച്ചവർ വനാന്തരങ്ങൾ ഉൾസ്ഥലങ്ങളിലേക്ക് പോയി എന്ന് രാജസേവകന്മാർക്ക് ദാവീദിന്റെ നഗരമായ ജെറുസലേമിലെ ഭടന്മാർക്ക് വിവരം കിട്ടി. വളരെ പേർ അവനെ അനുവാദനം ചെയ്തു. അവരെ മറികടന്ന് അവർക്കെതിരെ പാളയം അടിച്ചു. സാബത്ത് ദിവസം അവരെ ആക്രമിക്കാൻ സന്നാഹങ്ങൾ ഒരുക്കി അവർ വിളിച്ചു പറഞ്ഞു, എതിർപ്പ് അവസാനിപ്പിക്കുവിൻ, പുറത്തു വന്ന് രാജാവ് കൽപ്പിക്കുന്നതനുസരിക്കുവിൻ, എന്നാൽ നിങ്ങളുടെ ജീവൻ സുരക്ഷിതമായിരിക്കും. അവർ പ്രതിവചിച്ചു, ഞങ്ങൾ വരികയില്ല. രാജശാസ്ത്ര പ്രകാരം പ്രവർത്തിച്ച് ഞങ്ങൾ സാമ്പത്ത് ദിവസം അശുദ്ധമാക്കുകയില്ല. ഉടനെ ശത്രുക്കൾ അവരെ ആക്രമിക്കാൻ പാഞ്ഞെടുത്തു. എന്നാൽ അവർ ശത്രുക്കളുടെ ഉത്തരം നൽകുകയോ അവർക്ക് നേരെ കല്ലെറിയുകയോ തങ്ങളുടെ ഒളിസങ്കേതങ്ങൾ പ്രതിരോധം ഏർപ്പെടുത്തുകയോ ചെയ്തില്ല. നിഷ്കളങ്കരായി തന്നെ ഞങ്ങൾ മരിക്കട്ടെ. അന്യായമാണ് നിങ്ങൾ ഞങ്ങളെ കൊല്ലുന്നത് എന്നതിന് ആകാശവും ഭൂമിയും സാക്ഷിയില്ലായിരുന്നു അവരുടെ പ്രതികരണം. ശത്രുക്കൾ സാപത്ത് ദിവസം അവരെ ആക്രമിച്ചു. 1000-ഓളം ആളുകൾ ഭാര്യമാരോടും കുട്ടികളോടും ആടുമാടുകളോടും ഒപ്പം മരണമടഞ്ഞു. ഇതറിഞ്ഞ മത്തിയാസും സ്നേഹിതരും അവരെ ഓർത്ത് തീവ്രമായി വിലപിച്ചു. അവർ പരസ്പരം പറഞ്ഞു, നമ്മുടെ സഹോദരരെ അനുകരിച്ച് ജീവനും പ്രമാണങ്ങൾക്കും വേണ്ടി നമ്മളും വിജാതിയർക്കെതിരെ യുദ്ധം ചെയ്യാതിരുന്നാൽ അവർ വേഗം നമ്മെ ഭൂമുഖത്തിൽ നിന്നും നിർമ്മാർജ്ജനം ചെയ്യും. അന്ന് അവർ ഇങ്ങനെ തീരുമാനിച്ചു, സാപത്ത് ദിവസം നമ്മെ ആക്രമിക്കാൻ വരുന്നവരോട് നാം യുദ്ധം ചെയ്യണം. നമ്മുടെ സഹോദരർ ഒളിസങ്കേതങ്ങൾ മരിച്ചു വീണതുപോലെ നമുക്ക് സംഭവിക്കാൻ ഇടയാകരുത്. ഇസ്രായേലിലെ ധീരയോദ്ധാക്കളായ ഹസീയതരുടെ ഒരു സമൂഹം അവരോട് ചേർന്നു. നിയമത്തിന് വേണ്ടി സ്വമനസ തങ്ങളെ തന്നെ സമർപ്പിക്കാനായിരുന്നു അവർ. ക്ലേശങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി പലായനം ചെയ്തവരും അവരോട് ചേർന്ന് അവരുടെ ശക്തി വർദ്ധിപ്പിച്ചു. അവർ ഒരു സൈന്യം സംഘടിപ്പിച്ച് പാപികളെയും
നിയമനിഷേധകരെയും ഉഗ്രകോപത്തോടെ അരിഞ്ഞു വീഴ്ത്തി. രക്ഷപ്പെട്ടവർ വിജാതികളുടെ അടുക്കൽ അഭയം തേടി. മത്തിയാസും കൂട്ടരും ചുറ്റും നടന്ന ബലിപീഠങ്ങൾ തകർത്തു. ഇസ്രായേലിന്റെ അതിർത്തിക്കുള്ളിൽ അപരിചിതരായി കണ്ട ബാലന്മാരെ അവർ പരിച്ഛേദനം ചെയ്തു. ധിക്കാരികളെ അവർ വേട്ടയാടി. അവരുടെ ഉദ്യമം ഫലമണിഞ്ഞു. വിജാതരുടെയും രാജാക്കന്മാരുടെയും കൈകളിൽ നിന്ന് നിയമത്തെ അവർ പരിരക്ഷിച്ചു. പാപിയുടെ കരം പ്രബലമാക്കാൻ അവർ അനുവദിച്ചില്ല. മത്തിയാസിന്റെ അന്ത്യശാസനം. മത്തിയാസിന്റെ മരണം അടുത്തു. അവൻ പുത്രന്മാരെ വിളിച്ചു പറഞ്ഞു, അഹങ്കാരവും നിന്ദയും ശക്തിയും പ്രാപിച്ചിരിക്കുന്നു. ഉഗ്രകോപത്തിന്റെയും നാശത്തിന്റെയും നാളുകളാണത്. അതിനാൽ എന്റെ മകളെ നിയമത്തെ പ്രതി തീക്ഷ്ണതയുള്ളവരായിരിക്കും. നമ്മുടെ പിതാക്കന്മാരുടെ ഉടമ്പടിക്കായി ജീവൻ തന്നെ അർപ്പിക്കുവിൻ. തലമുറകളായി പിതാക്കന്മാർ ചെയ്ത പ്രവർത്തികൾ ഓർക്കുവിൻ. ഉന്നത മഹത്വം അനശ്വര കീർത്തിയും ആർജിക്കുവിൻ. പരീക്ഷിക്കപ്പെട്ടപ്പോൾ എബ്രാഹാം വിശ്വസ്തനായി കാണപ്പെട്ടില്ലേ? അത് അവന്റെ നീതിക്കായി പരിഗണിക്കപ്പെട്ടുവല്ലോ. കഷ്ടതയുടെ കാലത്ത് ജോസഫ് കൽപ്പനകൾ പാലിക്കുകയും ഈജിപ്തിന്റെ അധികാരിയെ വിവരിക്കുകയും ചെയ്തു. നമ്മുടെ പിതാവ് ഫിനെഹാസ് തീക്ഷ്ണത നിറഞ്ഞവനാക്കിയാൽ ശാശ്വതമായ പൗരോഹിത്യത്തിന്റെ ഉടമ്പടിക്ക് അർഹനായി. കൽപ്പന നിറവേറ്റിയതിനാൽ ജോഷുവ ഇസ്രായേലിലെ ന്യായാധിപനായി. സഭയിൽ സാക്ഷി നൽകിയ കാലേബിന് ദേശത്ത് അവകാശം ലഭിച്ചു. ദയാലുവായ ദാവീദ് സിംഹാസനത്തിന് ശാശ്വത അവകാശിയായി. നിയമത്തെ കുറിച്ചുള്ള തീക്ഷ്ണതയാൽ ജ്വലിച്ച ഏലിയ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. ഹനാനിയെയും അസീറിയായും മിശായാലും വിശ്വാസ നിമിത്തം അഗ്നിയിൽ നിന്ന് രക്ഷപ്പെട്ടു. ദാനിയേൽ തന്റെ നിഷ്കളങ്കതയാൽ സിംഹവക്രത്തിൽ നിന്ന് രക്ഷ നേടി. തലമുറയായി ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്നവരാരും അശക്തരാവുകയില്ല എന്ന് ഗ്രഹിക്കുവിൻ. പാപിയുടെ വാക്കുകളെ ഭയപ്പെടേണ്ട. അവന്റെ പ്രതാപം ചാണകവും പുഴുക്കളുമായി മാറും. ഇന്ന് അവൻ പ്രകീർത്തിക്കപ്പെടുന്നു, നാളെ അവൻ കാണുകയില്ല. അവൻ പൊടിയിലേക്ക് മടങ്ങിക്കഴിഞ്ഞു. അവന്റെ പദ്ധതികൾ തകർന്നടിഞ്ഞു. എന്റെ മകളെ ധൈര്യമായിരിക്കും, നിയമത്തിൽ ഉറച്ചു നിൽക്കുവിൻ. അതുവഴി നിങ്ങൾക്ക് ബഹുമതി ലഭിക്കും. നിങ്ങളുടെ സഹോദരനായ ശിമിയോൻ ഉപദേശം നൽകുന്നതിൽ ജ്ഞാനനാണ്. അവനെ സദാ അനുസരിക്കുവിൻ. അവൻ നിങ്ങൾക്ക് പിതാവായിരിക്കും. യൂദാസ് മക്കബയൂസിലെ യൗവനം മുതലേ ശക്തനായ യോദ്ധാവാണ്. അവൻ നിങ്ങളുടെ സൈന്യത്തെ കുറിച്ച് ജനതകൾക്കെതിരെ യുദ്ധം ചെയ്യും. നിയമം അനുഷ്ഠിക്കുന്നവരായി നിങ്ങൾ ചുറ്റുമുള്ള എല്ലാവരെയും കൂട്ടി നിങ്ങളുടെ ജനത്തോട് ചെയ്യപ്പെട്ട ദ്രോഹത്തിന് പ്രതികാരം ചെയ്യണം. വിജാതികർക്ക് തക്ക തിരിച്ചടി നൽകുകയും നിയമം പാലിക്കുകയും ചെയ്യുവിൻ. അനന്തരം അവൻ അവരെ അനുഗ്രഹിച്ചു. അവൻ പിതാക്കന്മാരോട് ചേർന്ന് 150 വർഷം അവൻ മരിച്ചു. മോദിയാനിലെ പിതാക്കന്മാരുടെ ശവകുടീരത്തിൽ അവനെ സംസ്കരിച്ചു. ഇസ്രായേൽ മുഴുവൻ വലിയ പാപത്തോടെ അവനെ പ്രതി ദുഃഖം ആചരിച്ചു. യൂദാസ് മക്കബെയൂസ്. മത്തിയാസിന്റെ പുത്രൻ മക്കാബെയൂസ് എന്ന യൂദാസ് നേതൃത്വം ഏറ്റെടുത്തു. സഹോദരന്മാരും പിതാവിന്റെ പക്ഷം ചേർന്നു നിന്നവരെ അവനെ സഹായിച്ചു. അവർ ഉത്സാഹത്തോടെ ഇസ്രായേലിന് വേണ്ടി പോരാടി. അവൻ സ്വജനത്തിന്റെ കീർത്തി പരത്തി. മല്ലനെ പോലെ മർക്കവചനം ധരിച്ചു. ആയുധമേന്തി അവൻ യുദ്ധം ചെയ്തു. ആ വാൾ കൊണ്ട് സൈന്യത്തിന് സംരക്ഷണം നൽകി. പ്രവർത്തനങ്ങളിൽ അവൻ സിംഹത്തെ പോലെയായിരുന്നു. ഇരകായി അലർന്ന ഒരു സിംഹം പൊട്ടിയെ പോലെ. അധർമ്മികളെ അവൻ തെരഞ്ഞു വിളിച്ചു. ജനദ്രോഹികളെ അഗ്നി തിരിയാക്കി. ദുർമാർഗികൾ ഭയന്ന് പിന്മാറി. ദുർമുദർ പരിഭ്രാന്തരായി. അവന്റെ കീഴിൽ വിമോചനത്തിന്റെ മാർഗം തെളിഞ്ഞു. പല രാജാക്കന്മാരെയും അവൻ പ്രകോപിപ്പിച്ചു. എന്നാൽ യാക്കോബ് അവന്റെ പ്രവർത്തനങ്ങളിൽ സന്തുഷ്ടനായി. അവന്റെ സ്മരണ എന്നും അനുഗ്രഹീതമാണ്. യൂദയിലെ നഗരങ്ങളിലൂടെ അവൻ ചുറ്റി സഞ്ചരിച്ചു. ദൈവനിഷേധകരെ ഉന്മൂലനം ചെയ്തു. ഇസ്രായേലിൽ നിന്നും ക്രോധം അകറ്റി. ഭൂമിയുടെ അതിർത്തികൾ വരെ അവന്റെ കീർത്തി വ്യാപിച്ചു. നശിച്ചുകൊണ്ടിരുന്നവരെ അവൻ ഒരുമിച്ച് കൂട്ടി. യൂദാസിന്റെ ആദ്യ വിജയം അപ്പോളോണിയോസ് വിജാതിയെയും മറിയയിൽ നിന്നും വലിയൊരു സൈന്യത്തെയും ശേഖരിച്ച് ഇസ്രായേലിനെതിരെ യുദ്ധത്തിനൊരുങ്ങി. ഇതറിഞ്ഞ് യൂദാസ് അവനെതിരെ ചെന്ന് അവനെ തോൽപ്പിച്ചു വധിച്ചു. വളരെ പേർ മുറിവേറ്റു വീണു. ശേഷിച്ചവർ പലായനം ചെയ്തു. എതിരാളികളെ അവർ കൊള്ളയടിച്ചു. അപ്പോളോണിയസിന്റെ വാൾ യൂദാസ് കൈക്കലാക്കി. മരണം വരെ അത് യുദ്ധത്തിന് ഉപയോഗിച്ചു. വിശ്വസ്തരും യുദ്ധസമ്പന്നരുമായ സന്നദ്ധരുമായ അനുയായികളുടെ ഒരു വലിയ സൈന്യത്തെ യൂദാസ് ശേഖരിക്കുന്നത് കേട്ട് സിറിയ സൈന്യത്തിന്റെ അധിപനായ സെറോൻ പറഞ്ഞു, ഞാൻ ഈ രാജ്യത്ത് പേരും പെരുമയും നേടും.
രാജകൽപ്പന അവഗണിക്കുന്ന യൂദാസ് കൂട്ടർക്കുമെതിരെ ഞാൻ പൊരുതും. ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യുന്നതിൽ അവനെ സഹായിക്കാൻ ദൈവനിഷേധകളുടെ ഒരു പ്രബല സൈന്യം അവനോടൊപ്പം പുറപ്പെട്ടു. അവൻ ബെത്തഹോണൻ ചുരത്തോട് അടുത്തപ്പോൾ യൂദാസ് ഒരു ചെറിയ സംഘത്തെ കൂടി അവനെതിരെ ചെന്നു. എതിരെ വരുന്ന സൈന്യത്തെ കണ്ടപ്പോൾ കൂടെയുള്ളവർ യൂദാസിനോട് പറഞ്ഞു, ഇത്ര ബഹുത്വം ശക്തവുമായ ഒരു സൈന്യത്തോട് എണ്ണത്തിൽ വളരെ കുറച്ചു പേർ മാത്രമുള്ള നമുക്ക് എങ്ങനെ എത്തിക്കാൻ കഴിയും? ഇന്നും ഒന്നും ഭക്ഷിച്ചിട്ടില്ലാത്തതിനാൽ നമ്മൾ തളർന്നിരിക്കുന്നു. അവൻ പറഞ്ഞു, അനേകം പേരെ എളുപ്പത്തിൽ ഉപരോധിക്കാൻ കുറച്ചു പേർക്ക് കഴിയും. കാരണം രക്ഷ നൽകാൻ ഉപയോഗിക്കുന്ന സൈന്യം വലുതോ ചെറുതോ എന്നതല്ല, ദൈവദൃഷ്ടിയിൽ അപ്രധാനമാണ്. സൈന്യത്തിന്റെ വലുപ്പത്തെ ആശ്രയിച്ചില്ല യുദ്ധത്തിന്റെ വിജയം. ശക്തി ദൈവത്തിൽ നിന്നാണ് വരുന്നത്. നമ്മയും നമ്മുടെ ഭാര്യമാരെയും മക്കളെയും നശിപ്പിക്കാനും കൊള്ളയടിക്കാനുമായി അധർമ്മികളായ അവർ അഹങ്കാരപൂർവ്വം നമുക്കെതിരെ വരുന്നു. നാം യുദ്ധം ചെയ്യുന്നത് നമ്മുടെ ജീവനും നിയമത്തിനും വേണ്ടിയാണ്. കർത്താവ് നമ്മുടെ മുൻപിൽ വെച്ച് അവരെ നിലംപരിശാക്കും. നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട. ഇത് പറഞ്ഞിട്ട് അവൻ മിന്നലാക്രമണം നടത്തി. സർവ്വം സൈന്യവും പരാജയപ്പെട്ടു. അവൻ അവരെ ബെത്തഹോൺ ചുരത്തിലൂടെ സമതലം വരെ കൊണ്ടുവരുന്നു. ശത്രുക്കളിൽ 800 പേർ കൊല്ലപ്പെട്ടു. ശേഷിച്ചവർ ഫിലിസ്ത്യരുടെ നാട്ടിലേക്ക് പലായനം ചെയ്തു. അന്നു മുതൽ യൂദാസിനെയും സഹോദരന്മാരെയും കുറിച്ചുള്ള ഭയം വ്യാപിച്ചു. ചുറ്റുമുള്ള വിജാതിർ പരിഭ്രാന്തരായി. അവന്റെ കീർത്തി രാജ്യസന്നദ്ധിയിലെത്തി. യൂദാസിന്റെ യുദ്ധങ്ങൾ വിജാതിയർക്ക് സംസാര വിഷയമായി. വിവരങ്ങൾ അറിഞ്ഞ് അന്തിയാക്കോസ് രാജാവ് പ്രവാചകനായി. അവൻ രാജ്യം മൊത്തം ഉണ്ടായിരുന്ന സൈന്യത്തെ വിളിച്ചുകൂട്ടി. അതൊരു സുഷിപ്തമായ സേനയായിരുന്നു. അവൻ ഭണ്ഡാരത്തിൽ നിന്ന് സേനകൾക്ക് 1 വർഷത്തോളം ശമ്പളം നൽകി ഏത് പ്രതിസന്ധിയെ നേരിടുന്നതിന് തയ്യാറായിരിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. താമസം ഇനി ഭണ്ഡാരം ശൂന്യമായി എന്ന് പുരാതന കാലം മുതൽ നിലവിലിരുന്ന നിയമങ്ങൾ നീക്കിക്കളഞ്ഞത് മൂലം നാട്ടിലുള്ളവയെ ഭിന്നിപ്പും കലാപവും രാജ്യത്തിന്റെ വരുമാനത്തെ സാരമായി ബാധിച്ചുവെന്ന് അവൻ മനസ്സിലാക്കി. ഇനി മുതൽ സ്വന്തം ചെലവുകൾക്ക് മുൻ രാജാക്കന്മാരെക്കാൾ ഉദാരമായി താൻ നൽകാറുള്ള ദാനങ്ങൾക്കും സമ്മാനങ്ങൾക്കും വേണ്ടത്ര ധനശേഖരം ഉണ്ടായിരിക്കുകയില്ലെന്ന് അവൻ ഭയപ്പെട്ടു. അസ്വസ്ഥനായ അവൻ പേർഷ്യയിൽ പോയി നികുതി പിരിച്ച് വലിയൊരു സംഖ്യ ശേഖരിക്കാൻ തീരുമാനിച്ചു. പ്രഗത്ഭനും രാജവംശനുമായ ലിസിയാസ് യൂഫ്രട്ടീസ് നദി മുതൽ ഈജിപ്തിന്റെ അതിർത്തികൾ വരെയുള്ള പ്രദേശത്തെ ഭരണകാര്യങ്ങൾ ഏൽപ്പിച്ചു. മടങ്ങി വരുന്നതുവരെ അവന്റെ മകൻ അന്തിയാക്കോസിനെ സംരക്ഷിക്കാനും ആ ലിസിയാസിനെ ചുമതലപ്പെടുത്താനും ഭടന്മാരിലെ ആനകളിലും പകുതി അവനെ ഏൽപ്പിച്ചു. ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് നിർദ്ദേശങ്ങളും നൽകി. യൂദയിലും ജെറുസലേമിലും നിവാസികളെ സംബന്ധിച്ചുള്ള നിർദ്ദേശം അതായിരുന്നു. സൈന്യത്തെ അയച്ച് ഇസ്രായേലിനെയും ജെറുസലേമിൽ അവശേഷിച്ചവരെയും നിർശേഷം നശിപ്പിച്ച് നാട്ടിൽ അവരുടെ സ്മരണ പോലും ഇല്ലാതാക്കുക. അവരുടെ പ്രദേശങ്ങളെല്ലാം വിദേശീയരെ നശിപ്പിച്ച് നാട് വിഭജിച്ചു കൊടുക്കുക. പകുതി സൈന്യവുമായി 147 വർഷം രാജാവ് തലസ്ഥാനമായി അന്ത്യോക്യയിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യൂഫ്രട്ടീസ് നദി കടന്ന് ഉത്തരപ്രദേശങ്ങളിലൂടെ അവൻ മുന്നേറി. രാജാവിന്റെ സ്നേഹിതന്മാരിൽ ശക്തന്മാരായ ദോറിമെനിയസിന്റെ പുത്രൻ ടോൾമി, നിക്കാനോർ, ഗോർജിയാസ് എന്നിവരെ ലിസിയാസ് തിരഞ്ഞെടുത്തു. അവരെ രാജകൽപ്പന പ്രകാരം യൂദാദേശം നശിപ്പിക്കാൻ 40,000 പേരുടെ കാലാൽപ്പടയോടും 7,000 പേരുടെ കുതിരപ്പടയോടും കൂടി അങ്ങോട്ട് അയച്ചു. അവർ സൈന്യം മുഴുവനും കൂടി പുറപ്പെട്ടു. എമാവൂസിന് സമീപമുള്ള സമതലത്തിൽ അവർ പാളയം അടിച്ചു. ആ പ്രദേശത്തെ വ്യാപാരികൾ അവരെ കുറിച്ച് പറയുന്നത് കേട്ട് ഇസ്രായേലിയരെ അടിമകളായി വാങ്ങാൻ ധാരാളം വെള്ളിയും സ്വർണവും ഒപ്പം ചങ്ങലകളും പാളയത്തിലേക്ക് ചെന്നു. സിറിയായിലും ഫിലിസ്തീനും നാട്ടിലുമുള്ള സൈന്യങ്ങളും അവരോട് കൂടിച്ചേർന്നു. ആപത്ത് വർദ്ധിച്ചിരിക്കുന്നതായും ശത്രു സൈന്യം രാജ്യത്തിന് പാളയം അടിച്ചിരിക്കുന്നതായും യൂദാസും സഹോദരന്മാരും അറിഞ്ഞു. ജനങ്ങളെ നിശേഷം നശിപ്പിക്കാൻ രാജാവ് നൽകിയ കൽപ്പനയെ കുറിച്ച് അവർ കേട്ടു. അവർ പരസ്പരം പറഞ്ഞു, നമ്മുടെ ജനത്തെ നാശത്തിൽ നിന്ന് നമുക്ക് പുനരുദ്ധരിക്കാം. ജനത്തിനും വിശുദ്ധ സ്ഥലത്തിനും വേണ്ടി പൊരുതാം. യുദ്ധത്തിന് തയ്യാറാകുന്നതിനും കാരുണ്യം അനുകമ്പയും യാചിക്കുന്നതിനുമായി ജനം സമ്മേളിച്ചു. ജെറുസലേം മരുഭൂമി പോലെ വിജനമായി കിടന്നു. അവളുടെ മക്കളിൽ ആരും അകത്ത് കിടക്കുകയോ പുറത്തു പോകുകയോ ചെയ്യുന്നില്ല. വിശുദ്ധ സ്ഥലം ചവിട്ടി മെതിക്കപ്പെട്ടിരിക്കുന്നു. വിദേശീയർ കോട്ട കൈയടക്കിയിരിക്കുന്നു. വിജാതികർക്ക് അത് താവളമായി തീർന്നിരിക്കുന്നു. യാക്കോബിൽ നിന്ന് സന്തോഷം പോയി. കുഴലും വീണയും നിശബ്ദമായിരിക്കുന്നു.
അവർ ഒരുമിച്ച് ജെറുസലേമിനെതിരെയുള്ള മിസ്പയിലേക്ക് പോയി. അവിടെ പൂർവ്വകാലത്ത് ഇസ്രായേലിന്റെ ഒരു പ്രാർത്ഥനാ കേന്ദ്രം ഉണ്ടായിരുന്നു. അന്ന് അവർ വസ്ത്രങ്ങൾ കീറി ചാക്കെടുത്ത് തലയിൽ ചാരം പൂശി ഉപവസിച്ചു. കാര്യങ്ങൾ അറിയാൻ വിജാതിയർ ദൈവ വിഗ്രഹങ്ങളോട് ആരാഞ്ഞിരുന്നത് പോലെ അവർ നിയമഗ്രന്ഥം പരിശോധിച്ചു. അവർ പുരോഹിത വസ്ത്രങ്ങളും ആദ്യഫലങ്ങളും ദശാംശങ്ങളും കൊണ്ടുവരികയും വ്രതം പൂർത്തിയാക്കിയ നാസിയാരെ വിളിച്ചു കൂട്ടുകയും ചെയ്തു. അനന്തരം അവർ സ്വർഗത്തിലേക്ക് നോക്കി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഇവരെ ഞങ്ങൾ എന്ത് ചെയ്യും? ഇവരെ എങ്ങോട്ട് കൊണ്ടുപോകും? അവിടുത്തെ വിശുദ്ധ സ്ഥലം ചവിട്ടി അശുദ്ധമാക്കിയിരിക്കുന്നു. അപമാനിതരായ പുരോഹിതന്മാർ വിലപിക്കുന്നു. ഞങ്ങളെ നശിപ്പിക്കാൻ വിജാതിയർ ഒത്തുചേരുന്നു. അവരുടെ ഗൂഢാലോചനകൾ അങ്ങ് അറിയുന്നുവല്ലോ. അങ്ങയുടെ സഹായം ആയില്ലെങ്കിൽ അവരെ ചെറുത്തു നിൽക്കാൻ ഞങ്ങൾക്ക് എങ്ങനെ കഴിയും? അനന്തരം അവർ കാഹളം ഊതി വലിയൊരു നിലവിളി ഉയർന്നു. തുടർന്ന് യൂദാസ് ജനങ്ങൾക്ക് നേതാക്കന്മാരെ നിയോഗിച്ചു. 1000, 100, 50, 10 ഇങ്ങനെ വേർതിരിച്ച വിവിധ വിഭാഗങ്ങളുടെ ആധിപത്യം അറിയിപ്പിച്ചു. വീട് പണിയുന്നവരോ, വിവാഹം വാഗ്ദാനം ചെയ്തവരോ, മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുന്നവരോ, വീരുക്കളായ എല്ലാവരും നിയമം അനുസരിച്ച് വീടുകളിലേക്ക് മടങ്ങാൻ അവൻ ആജ്ഞാപിച്ചു. അതിനുശേഷം സൈന്യം പുറപ്പെട്ട് എമാവൂസിന്റെ തെക്ക് ഭാഗത്ത് പാളയം പഠിച്ചു. യൂദാസ് പറഞ്ഞു, അരമുറയ്ക്ക് ധീരരായി നടക്കുവിൻ. നമ്മയും വിശുദ്ധ സ്ഥലത്തെയും നശിപ്പിക്കാൻ ഒത്തുകൂടിയിരിക്കുന്ന ഈ വിജാതിയരോട് യുദ്ധം ചെയ്യാൻ അതിരാവിലെ ഒരുങ്ങി നിൽക്കുന്നു. നമ്മുടെ ജനത്തിന്റെ വിശുദ്ധ സ്ഥലത്തിന് ദുസ്തുതി കാണുന്നതിനേക്കാൾ യുദ്ധത്തിൽ മരിക്കുകയാണ് നല്ലത്. ദൈവഹിതം നിറവേറട്ടെ. ഗോർജിയാസിന്റെ മേൽ വിജയം. യഹൂദരുടെ പാളയത്തിൽ മിന്നലാക്രമണം നടത്തുന്നതിന് ഗോർജിയാസ് 5000 മണന്മാരെയും മികച്ച 1000 കുതിരപ്പടയാളികളെയും കൂട്ടി രാത്രിയിൽ പുറപ്പെട്ടു. കോട്ടയിൽ താമസിക്കുന്നവരാണ് അവന് വഴി കാട്ടിയത്. യൂദാസ് ഇതറിഞ്ഞ തന്റെ ശക്തരായ സഹചാരന്മാരോടുകൂടി എമാവൂസിലേക്ക് രാജസൈന്യത്തെ ആക്രമിക്കാൻ പുറപ്പെട്ടു. സൈന്യം അപ്പോൾ പാളയത്തിൽ ഉണ്ടായിരുന്നില്ല. ഗോർജിയാസ് രാത്രി യൂദാസിന്റെ പാളയത്തിൽ എത്തിയപ്പോൾ ആരെയും കണ്ടില്ല. അവർ ഓടി രക്ഷപ്പെടുകയാണെന്ന് പറഞ്ഞ അവൻ അവരെ തെരഞ്ഞ് മലകളിലേക്ക് പോയി. പ്രഭാതമായപ്പോൾ യൂദാസ് 3000 പേരെ കൂടി സമതലത്തിലെത്തി. ആവശ്യത്തിന് വാളും പരിചയം അവർക്കുണ്ടായിരുന്നില്ല. വിജാതിയരുടെ പാളയം കോട്ടകളാൽ സുരക്ഷിതവും കുതിരപ്പടകിയാൽ വലിയതുമാണെന്ന് അവർ കണ്ടു. പടയാളികൾ യുദ്ധപരിശീലനം നേടിയവരുമായിരുന്നു. യൂദാസ് അനുചരന്മാരോട് പറഞ്ഞു, അവരുടെ എണ്ണം കണ്ട് പരിഭ്രമിക്കേണ്ട. അവർ ആക്രമിക്കുമ്പോൾ ഭയപ്പെടുകയും അരുത്. സൈന്യസമേതം അനുധാവനം ചെയ്ത ഫറവോയിൽ നിന്ന് ചെങ്കടലിൽ വെച്ച് നമ്മുടെ പിതാക്കന്മാർ രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്ന് ഓർക്കുവിൻ. അവിടുന്ന് നമ്മളിൽ പ്രസാദിച്ച് നമ്മുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി ഓർമ്മിക്കുകയും നമ്മെ ആക്രമിക്കുന്ന ഈ സൈന്യത്തെ ഇന്ന് നശിപ്പിക്കുകയും ചെയ്യേണ്ടതിന് നമുക്ക് ദൈവത്തെ വിളിച്ചപേക്ഷിക്കാം. ഇസ്രായേലിനെ രക്ഷിക്കാവുന്ന ഒരു വിമോചകനുണ്ടെന്ന് വിജാതിയർ അപ്പോൾ അറിയും. വിജാതിയർ തലയുയർത്തി നോക്കിയപ്പോൾ യഹൂദ സൈന്യം എതിരെ വരുന്നത് കണ്ടു. അവർ യുദ്ധസന്നദ്ധരായി പാളയത്തിൽ നിന്ന് പുറത്തു വന്നു. യൂദാസിന്റെ ആളുകൾ കാഹളം മുഴക്കി യുദ്ധം ആരംഭിച്ചു. വിജാതിയർ പരാജിതരായി സമതലത്തിലേക്ക് പലായനം ചെയ്തു. പിൻനിരയിലുണ്ടായിരുന്നവരെ വാൾനിരയാക്കിക്കൊണ്ട് യൂദാസ് സൈന്യം ശത്രുക്കളെ ഗസാറ, ഇദുമയ സ്ഥലം, അസോത്തൂസ്, യമനിയ എന്നിവിടങ്ങളിലേക്ക് പിന്തുടർന്ന് 3000 പേരെ വധിച്ചു. അനന്തരം യൂദാസും പടയാളികളും മടങ്ങിപ്പോന്നു. യൂദാസ് ജനത്തോട് പറഞ്ഞു, നിങ്ങൾ കൊള്ള വസ്തുക്കൾ മോഹിക്കരുത്. നമുക്ക് ഇനിയും യുദ്ധം ചെയ്യാനുണ്ട്. ഗോർജിയാസും സൈന്യവും മലമുകളിൽ അടുത്ത് തന്നെയുണ്ട്. ഇപ്പോൾ ശത്രുക്കളെ ചെറുത്ത് തോൽപ്പിക്കുവാൻ, പിന്നീട് കൊള്ളം മുതൽ യഥേഷ്ടം കൈക്കലാക്കാം. യൂദാസ് ഇത് പറഞ്ഞതിനു മുൻപ് തന്നെ മലകളിൽ ഒരു പടനീക്കം കാണാറായി. തങ്ങളുടെ സൈന്യത്തെ യഹൂദർ തുരുത്തിയെന്നും പാളയത്തിന് തീവെച്ചുവെന്നും അവർ മനസ്സിലാക്കി. ഉയർന്നുകൊണ്ടിരുന്ന പുക ഇതിന് തെളിവായിരുന്നു. സംഭവം മനസ്സിലാക്കിയപ്പോൾ ഭയവിഹുലരായ അവർ യൂദാസിന്റെ സൈന്യം സമതലത്തിൽ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്നത് കണ്ട് ഫിലിസ്ത്യരുടെ നാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടു. അനന്തരം യൂദാസും കൂട്ടരും ശത്രുപാളയം കൊള്ളമടിക്കാൻ വന്നു. ധാരാളം സ്വർണവും വെള്ളിയും നീല ധൂമ്രവർണ്ണങ്ങളിലുള്ള വസ്ത്രങ്ങളും വിലയേറെ മറ്റു സാധനങ്ങളും അവർക്ക് ലഭിച്ചു. മടങ്ങിപ്പോരും വഴി അവർ ദൈവത്തിന് സ്തുതികളും കീർത്തനങ്ങളും പാടി. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്. അങ്ങനെ ഇസ്രായേലിന് അന്ന് വലിയൊരു വിമോചനം കൈവന്നു. ലിസിയാസിന്റെ ആക്രമണം. വിദേശരിൽ രക്ഷപ്പെട്ടവർ ലിസിയാസിന്റെ അടുക്കൽ വന്ന് സംഭവിച്ചതെല്ലാം അറിയിച്ചു. അവൻ
പരിഭ്രാന്തനും നഷ്ടധൈര്യനുമായി. കാരണം താൻ ഉപദേശിച്ചതുപോലെ ഇസ്രായേലിനെ തോൽപ്പിക്കുന്നതിനോ രാജാവ് തന്നോട് കൽപ്പിച്ച പ്രകാരം കാര്യങ്ങൾ നടത്തുന്നതിനോ ധീരയോദ്ധാക്കളെയും അയ്യൻ സജ്ജമാക്കി. അവർ ഇതുമേയായ ബത്സൂറിൽ എത്തി പാളയം അടിച്ചു. യൂദാസ് 10,000 പേരോടുകൂടി അവരെ നേരിട്ടു. ശത്രുസൈന്യം ശക്തമാണെന്ന് കണ്ട് അവൻ പ്രാർത്ഥിച്ചു, ഇസ്രായേലിന്റെ രക്ഷക, അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ദാസനായ ദാവീദിന്റെ കരത്താൽ ശക്തനായ പോരാളിയുടെ ആക്രമണം തകർക്കുകയും സാവൂളിന്റെ പുത്രൻ ജോനാദിന്റെ അവന്റെ ആയുധമാകുവിന്റെ കരങ്ങളിൽ അങ്ങ് ഫിലിസ്ത്യരുടെ പാളയം ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തല്ലോ. അതുപോലെ അങ്ങയുടെ ജനമായ ഇസ്രായേലിന്റെ കൈകളിൽ ഈ സൈന്യത്തെ ഏൽപ്പിച്ചു തരണമേ. അവർ തങ്ങളുടെ പട്ടാളത്തെയും കുതിരപ്പടയെയും കുറിച്ച് ലജ്ജിതരാകട്ടെ. വീരത്വം കൊണ്ട് അവരെ നിറയ്ക്കണമേ. അവരുടെ ആത്മധൈര്യത്തെ കെടുത്തി കളയണമേ. തങ്ങളുടെ നാശത്തെയോർത്ത് അവർ വിറകൊള്ളട്ടെ. അങ്ങനെ സ്നേഹിക്കുന്നവരുടെ വാളിന് അവരെ ഇരയാക്കണമേ. അങ്ങയുടെ നാമം അറിയുന്നവർ അങ്ങയെ പാടി പുകഴ്ത്തട്ടെ. തുടർന്ന് ഇരുഭാഗങ്ങളും ഏറ്റുമുട്ടി ലിസ്യാസിന്റെ സൈന്യത്തിൽ 5000 പേർ കൊല്ലപ്പെട്ടു. തന്റെ പട്ടാളത്തിന്റെ പതനവും ധീരമായി ജീവിക്കുകയും മരിക്കുകയും ചെയ്യാനുള്ള യഹൂദ സൈന്യത്തിന്റെ സന്നദ്ധയും കണ്ട് ലിസ്യാസ് മുൻപത്തേക്കാൾ വലിയൊരു സൈന്യത്തോട് കൂടിയോ ആക്രമിക്കാൻ തീരുമാനിച്ചു. അവർ അന്ത്യോക്യ ചെന്ന് ഒരു കൂലി പട്ടാളത്തെ ശേഖരിച്ചു. ദേവാലയ ശുദ്ധീകരണം. യൂദാസും സഹോദരന്മാരും പറഞ്ഞു, ഇതാ നമ്മുടെ ശത്രുക്കൾ തോൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് പോയി വിശുദ്ധ സ്ഥലം വിശദീകരിച്ച് പ്രാർത്ഥിക്കാം. സൈന്യത്തെ മുഴുവൻ വിളിച്ചുകൂട്ടി അവർ സിയോൻ മലയിൽ കയറി ചെന്നു. അവിടെ പരിക്തമായ വിശുദ്ധ അശുദ്ധമാക്കപ്പെട്ട ബലിപീഠവും അഗ്നിക്കിരയ വാതിലുകളും അവർ കണ്ടു. മലകളിലോ കാടുകളിലോ എന്നപോലെ അങ്കണങ്ങളാൽ കുറ്റിച്ചെടികൾ വളർന്നു നിന്നിരുന്നു. പുരോഹിതന്മാരുടെ മുറികൾ തകർന്നു കിടക്കുന്നു. അവർ വസ്ത്രം കീറി ഉച്ചത്തിൽ വിലപിക്കുകയും ചാരം പൂശുകയും ചെയ്തു. അവർ കമിഴ്ന്നു വീണു. സൂചക കാഹളം മുഴുകുകയും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തു. അനന്തരം താൻ വിശുദ്ധ സ്ഥലം വിശദീകരിക്കുന്നതുവരെ കോട്ടയുള്ളവർക്കെതിരെ യുദ്ധം ചെയ്യാൻ യൂദാസ് കുറെ പേരെ നിയോഗിച്ചു. നിഷ്കളങ്കരും നിയമത്തോട് കൂറുള്ളവരുമായ പുരോഹിതന്മാരെ അവൻ തെരഞ്ഞെടുത്തു. അവൻ വിശുദ്ധ സ്ഥലം വിശദീകരിക്കുകയും അശുദ്ധമാക്കപ്പെട്ട കല്ലുകൾ ശുദ്ധമല്ലാത്തൊരു സ്ഥലത്ത് മാറ്റിവെക്കുകയും ചെയ്തു. അശുദ്ധമാക്കപ്പെട്ട ദഹന ബലിപീഠം എന്ത് ചെയ്യണമെന്ന് അവർ ആലോചിച്ചു. വിജാതിയർ അശുദ്ധമാക്കിയ ബലിപീഠം തങ്ങൾക്ക് ആക്ഷേപകരമായി തീരേണ്ടിയിരിക്കുന്നതിന് അത് നശിപ്പിച്ചു കളയുക തന്നെയാണ് വേണ്ടതെന്ന് അവർ തീരുമാനിച്ചു. അതനുസരിച്ച് അവർ തച്ചുടക്കുകയും അതിന്റെ കല്ലുകൾ എന്ത് ചെയ്യണമെന്ന് ഒരു പ്രവാചകൻ വന്ന് നിർദ്ദേശിക്കുന്നത് വരെ അവ ദേവാലയം സ്ഥിതി ചെയ്യുന്ന ഒരു കുന്നിൽ തന്നെ സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് സൂക്ഷിക്കുകയും ചെയ്തു. പിന്നീട് അവർ നിയമം നിർദ്ദേശിക്കുന്നത് പ്രകാരം ചെത്തി മിനുക്കാത്ത കല്ലുകൾ കൊണ്ട് മുൻപത്തെ പോലെ ഒരു ബലിപീഠം നിർമ്മിച്ചു. വിശുദ്ധ സ്ഥലവും ദേവാലയ അന്തർഭാഗവും വീണ്ടും നിർമ്മിക്കുകയും അങ്കണങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. അവർ വിശുദ്ധ പാത്രങ്ങൾ പുതിയതായി ഉണ്ടാക്കി. വിളക്കുകാലും ധൂപപീഠവും മേശയും ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നു. അവർ പീഠത്തിൽ ധൂപം അർപ്പിക്കുകയും വിളക്കുകാലിലെ ദീപങ്ങൾ തെളിക്കുകയും ചെയ്തു. ദേവാലയത്തിനുള്ളിൽ പ്രകാശം പരന്നു. അവർ അപ്പം മേശമേൽ വെച്ചു തിരശ്ശീല ഇടുകയും അങ്ങനെ തുടങ്ങിയ പ്രവർത്തികളെല്ലാം അവർ പൂർത്തിയാക്കി. 158 വർഷം 9 മാസമായ കിസ്ലേവിന്റെ 25 ദിവസം അവർ അതിരാവിലെ ഉണർന്നു പുതിയതായി പണിത ദഹന ബലിപീഠത്തിന്മേൽ വിധിപ്രകാരം ബലിയർപ്പിച്ചു. വിജാതിയർ ബലിപീഠം അശുദ്ധമാക്കിയതിന്റെ വാർഷിക ദിവസത്തിൽ തന്നെ ഗാനലാഭത്തോടും വീണ കിന്നരം, കൈത്താളം എന്നിവയുടെ അകമ്പടിയോടുകൂടി അവർ അതിന്റെ പുനഃപ്രതിഷ്ഠ നടത്തി. തങ്ങൾക്ക് വിജയം നേടിത്തന്ന ദൈവത്തെ ജനങ്ങളാരും സാഷ്ടാംഗം വീണ് ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്തു. 8 ദിവസത്തേക്ക് അവർ ബലിപീഠത്തിന്റെ പ്രതിഷ്ഠ ആഘോഷിച്ചു. ആഹ്ലാദപൂർവ്വം ദഹന ബലികൾ അർപ്പിച്ചു. മോചനത്തിന്റെയും സ്തുതിയുടെയുമായ ഒരു ബലി അവർ അർപ്പിച്ചു. ദേവാലയത്തിന്റെ മുൻവശം സ്വർണ്ണ മകുടങ്ങളും പരിചകളും കൊണ്ട് അലങ്കരിച്ചു. വാതിലുകൾ പുനരുദ്ധരിക്കുകയും പുരോഹിതന്മാരുടെ മുറികൾ നന്നാക്കി അവയ്ക്ക് കതകുകൾ സംഘടിപ്പിക്കുകയും ചെയ്തു. ജനങ്ങളിൽ ആഹ്ലാദം തിരതല്ലി. വിജാതിയുടെ പരിഹാസത്തിന് അറുതി വന്നു. ആണ്ടുതോറും കിസ്ലേവ് മാസത്തിന്റെ 25 ദിവസം 8 ദിവസത്തേക്ക് ആനന്ദത്തോടും ആഹ്ലാദത്തോടും കൂടി ബലിപീഠ പ്രതിഷ്ഠയുടെ
ഓർമ്മ ആചരിക്കണമെന്ന് യൂദാസും സഹോദരന്മാരും ഇസ്രായേലും സമൂഹവും തീരുമാനിച്ചു. വിജാതിയർ വീണ്ടും വന്നു തകർത്ത് കളയാതിരിക്കത്തക്ക വിധം സിയോൻ മലയുടെ ചുറ്റും ഉയർന്ന മതിലുകളും ബലമേറിയ ഗോപുരങ്ങളും പണിത് അവർ അതിനെ സുരക്ഷിതമാക്കി. അവനൊരു കാവൽ സൈന്യത്തെ നിയോഗിച്ചു. ഇദുമയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ജനങ്ങൾക്ക് ഒരു ശക്തിദുർഗമമായി ബേത്സ്വറിനെ കോട്ടകളിൽ ബലപ്പെടുത്തുകയും ചെയ്തു. ഇദുമയാർക്കും അമ്മോന്യർക്കും എതിരെ ബലിപീഠം നിന്നും വിശുദ്ധ സ്ഥലം പുനഃപ്രതിഷ്ഠിച്ചതെന്നും അറിഞ്ഞപ്പോൾ ചുറ്റുമുള്ള വിജാതിയർ അത്യധികം കുപിതരായി. തങ്ങളുടെ ഇടയിൽ വസിച്ചിരുന്ന യാക്കോബ് വംശജരെ നശിപ്പിക്കാൻ അവർ ഉറച്ചു. ജനത്തെ വധിക്കാനും നശിപ്പിക്കാനും തുടങ്ങി. ഇദുമേലുള്ള ഏസാവിന്റെ മക്കളെ യൂദാസ് അക്രബത്തേനയിൽ വെച്ച് ആക്രമിച്ചു. കാരണം അവൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ തക്കം നോക്കി കഴിയുകയായിരുന്നു. അവൻ അവർക്ക് കനത്ത ആഘാതം ഏൽപ്പിച്ചു. അവരെ അപമാനിതരാക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു. തന്റെ ജനത്തിന് വേണ്ടി കെണിയടിക്കുകയും പെരുവഴികളിൽ അവർക്കെതിരെ ഒളിപ്പൂരി നടത്തുകയും ചെയ്തു തരുന്ന ബയാൻ സന്തതികളുടെ ദുഷ്ടതയും യൂദാസ് ഓർമ്മിച്ചു. അവൻ അവരെ അവരുടെ ഗോപുരങ്ങളിൽ അടച്ചു. അവരെ നിശേഷം നശിപ്പിക്കണമെന്ന് ഉറച്ചുകൊണ്ട് അവൻ അവർക്കെതിരെ വാളയമടിച്ചു. ഗോപുരങ്ങളെയും അവയിലുണ്ടായിരുന്നവരെയും അഗ്നിക്കിരയാക്കി. പിന്നീട് അവൻ അമ്മോന്യർക്കെതിരെ തിരിഞ്ഞു. തീമോത്തിയോസിന്റെ നേതൃത്വത്തിൽ പ്രബലരായ ഒരു സൈന്യത്തെയും വളരെയധികം ആളുകളെയും അവിടെ അവന് നേരിടേണ്ടി വന്നു. ഒട്ടേറെ യുദ്ധങ്ങൾ ചെയ്ത് അവൻ അവരെ നിശേഷം പരാജയപ്പെടുത്തി. യാസോറും ചുറ്റുമുള്ള ഗ്രാമങ്ങളും പിടിച്ചടക്കിയതിനു ശേഷം അവൻ യൂദയിലേക്ക് മടങ്ങി. വായിച്ചു തീർന്ന 1 മക്ബേർ 5-ാം അധ്യായം 8-ാം വാക്യം വായിച്ചു തീർന്നത്. ഗിലെയാദിലും ഗലീലയിലും യുദ്ധം. ഗലീയാദിലെ വിജാതിയർ തങ്ങളുടെ നാട്ടിൽ വസിച്ചിരുന്ന ഇസ്രായേലിനെതിരെ സംഘടിച്ച് അവരെ നശിപ്പിക്കാൻ മാർഗം ആരാഞ്ഞു. എന്നാൽ അവർ ദത്തേമ കോട്ടയിൽ അഭയം തേടി. യൂദാസിനും സഹോദരന്മാർക്കും ഇപ്രകാരം ഒരു കത്തയച്ചു: ഞങ്ങളുടെ ചുറ്റുമുള്ള വിജാതിയർ ഞങ്ങളെ നശിപ്പിക്കാൻ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഞങ്ങൾ അഭയം പ്രാപിച്ചിരിക്കുന്ന കോട്ട പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് അവർ. തിമോത്തിയോസ് ആണ് അവരുടെ നേതാവ്. വന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളിൽ വളരെ പേർ ഇതിനകം മരിച്ചു കഴിഞ്ഞു. തോബ് ദേശത്തുണ്ടായിരുന്ന ഞങ്ങളുടെ സഹോദരർ എല്ലാവരും വധിക്കപ്പെട്ടിട്ടു. ശത്രുക്കൾ അവരുടെ ഭാര്യമാരെയും കുട്ടികളെയും പിടിച്ചുകൊണ്ടുപോയി. സ്വത്തുക്കൾ കൈവശപ്പെടുത്തുകയും 1000-ഓളം പേരെ കൊല്ലുകയും ചെയ്തു. ഈ കത്ത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗലീലയിൽ നിന്ന് കീറിയ വസ്ത്രങ്ങളോടുകൂടിയ വേറെ ചില ദൂതന്മാർ വന്ന് സമാനമായ ഒരു സന്ദേശം അറിയിച്ചു: ഞങ്ങളെ സമൂലം നശിപ്പിക്കാൻ ടൊളമൈസ്, ടൈർ, സീദോൻ, ഗലീലി എന്നിവിടങ്ങളിൽ നിന്ന് ആളുകൾ ഒന്നിച്ച് അണിനിരന്നിരിക്കുന്നു. യൂദാസും ജനങ്ങളും ഈ വാർത്തകൾ കേട്ട ഉടനെ ദുരിതം അനുഭവിക്കുകയും ശത്രുക്കളുടെ ആക്രമണത്തിന് ഇരയാവുകയും ചെയ്യുന്ന സഹോദരർക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ വലിയൊരു സമ്മേളനം വിളിച്ചുകൂട്ടി. യൂദാസ് സഹോദരനായ ശിമയോനോട് പറഞ്ഞു: വേണ്ടത്ര ആളുകളെയും കൂട്ടി ഗലീലയിൽ ചെന്ന് സഹോദരരെ രക്ഷിക്കുക. ഞാനും സഹോദരൻ യോനാഥനും ഗിലിയാദിലേക്ക് പോകാം. സക്രിയയുടെ പുത്രൻ ജോസഫിനെയും നേതാക്കന്മാരിൽ ഒരുവനായ അസറിയായെയും ബാക്കി സേനകളോടുകൂടി യൂദയ കാക്കാൻ ഏർപ്പെടുത്തി. അവൻ അവരോട് ആജ്ഞാപിച്ചു: ഈ ജനങ്ങളുടെ മേൽനോട്ടം ഏറ്റെടുക്കുവേൻ. എന്നാൽ ഞങ്ങൾ മടങ്ങി വരുന്നതുവരെ വിജാതിയരോട് യുദ്ധത്തിൽ ഏർപ്പെടരുത്. അനന്തരം ശിമയോനോടുകൂടെ ഗലീലയിലേക്ക് പോകാൻ 3000 പേരും യൂദാസിനോടുകൂടെ ഗിലിയാദിലേക്ക് 8000 പേരും നിയോഗിക്കപ്പെട്ടു. ശിമയോൻ ഗലീലയിൽ ചെന്ന് വിജാതിയർക്കെതിരെ നിരവധി യുദ്ധങ്ങൾ ചെയ്ത് അവരെ തോൽപ്പിച്ചു. ടൊളമൈസിന്റെ കവാടം വരെ അവൻ അവരെ പിന്തുടർന്നു. 3000-ഓളം പേരെ വധിച്ചു. അവരെ കൊള്ളയടിച്ചു. അതിനുശേഷം അവർ ഗലീലിയയിലെയും അർബത്തായിലെയും യഹൂദരെ അവരുടെ ഭാര്യമാരോടും കുഞ്ഞുങ്ങളോടും വസ്തുവകകളോടും കൂടി ആഹ്ലാദപൂർവ്വം യൂദയായിലേക്ക് കൊണ്ടുപോയി. യൂദയാസ് മക്കബേയൂസും സഹോദരൻ യോനാഥനും യോർദാൻ കടന്ന് മരുഭൂമിയിലൂടെ 3 ദിവസത്തെ യാത്ര പിന്നിട്ടു. അവിടെ നബത്തേർ അവരെ സ്വാഗതം ചെയ്യുകയും ഗിലെയാദിലുള്ള സഹോദരർക്ക് സംഭവിച്ചവരെ അറിയിക്കുകയും ചെയ്തു. അവരിൽ അനേകം പേരെ ബൊസ്ര, ബോസാർ, അലേമ്മ, കാസ്ഫോ, മാക്കത്ത്, കാർനെയിം എന്നീ നഗരങ്ങളിൽ ബന്ധനസ്ഥനാക്കിയിരിക്കുകയാണ്. ഇവ സുശക്തങ്ങളായ പട്ടണങ്ങളാണ്. കുറെ പേരെ ഗിലിയാദിലെ മറ്റു നഗരങ്ങളിലും അടച്ചിട്ടിരിക്കുന്നു. നാളെ തന്നെ കോട്ടകൾ ആക്രമിക്കുന്നതിനും ഒരു ദിവസം കൊണ്ട് ആളുകളെ സമൂലം നശിപ്പിക്കുന്നതിനും ശത്രുക്കൾ ഒരുങ്ങുന്നു. യൂദാസും സൈന്യവും തിടുക്കത്തിൽ അവിടെ നിന്ന് തിരിച്ച് മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് ബൊസ്രയിലെത്തി.
അവൻ നഗരം കീഴടക്കി, പുരുഷന്മാരെ എല്ലാവരെയും വാളിനിരയാക്കി. വസ്തുവകകൾ കൊള്ളയടിച്ചതിന് ശേഷം അവൻ നഗരം തീവെച്ച് നശിപ്പിച്ചു. രാത്രിയായപ്പോൾ അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് ദത്തേമ കോട്ട വരെ എത്തി. പ്രഭാതത്തിൽ അസംഖ്യം ആളുകൾ കോട്ട പിടിച്ചെടുക്കാനും അതിലുള്ള യഹൂദരെ ആക്രമിക്കാനും കോവണികളും യന്ത്രമുട്ടുകളുമായി മലയിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞെന്നും നഗരത്തിന്റെ വിലാപം വലിയ നിലവിളികളോടും കാഹളധ്വനികളോടും കൂടി സ്വർഗത്തിലേക്ക് ഉയരുന്നുവെന്നും യൂദാസ് കണ്ടു. അവൻ തന്റെ അണികളോട് പറഞ്ഞു, നിങ്ങളുടെ സഹോദരർക്ക് വേണ്ടി ഇന്ന് പൊരുതുവിൻ. സൈന്യത്തെ 3 ഗണമായി തിരിച്ച് അവൻ ശത്രുനിരയുടെ പിന്നിലെത്തി. അവന്റെ സൈന്യഗണങ്ങൾ കാഹളം മുഴക്കുകയും ഉച്ചത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു. മക്കബേയൂസ് ആണ് തങ്ങളെ നേരിടാൻ വരുന്നതെന്നറിഞ്ഞ് തിമോത്തിയോസിന്റെ സൈന്യം പിന്തിരിഞ്ഞോടി. യൂദാസ് അവർക്ക് കനത്ത ആഘാതം ഏൽപ്പിച്ചു. ഏകദേശം 8000 പേർ അന്ന് വധിക്കപ്പെട്ടു. പിന്നെ അവൻ അലേമയിലേക്ക് തിരിഞ്ഞു, അതിനെ യുദ്ധത്തിൽ കീഴ്പ്പെടുത്തി. അവിടെ ഉണ്ടായിരുന്ന എല്ലാ പുരുഷന്മാരെയും വധിച്ചു. പട്ടണം കൊള്ളയടിച്ചതിനു ശേഷം അത് തീവെച്ച് നശിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് അവർ കാസ്ഫോ, മാക്കേത്ത്, ബോസർ എന്നിവയും ഗിലെയാദിലെ മറ്റു നഗരങ്ങളും പിടിച്ചടക്കി. തിമോത്തിയോസ് മറ്റൊരു സൈന്യത്തെ ശേഖരിച്ച് നദിയുടെ മറുകരയിൽ റാഫോണിനെതിരെ പാളയമടിച്ചു. അവരുടെ നീക്കങ്ങൾ അറിയുന്നതിന് യൂദാസ് ചാരന്മാരെ അയച്ചു. അവർ മടങ്ങിവെന്ന് പറഞ്ഞു, നമുക്ക് ചുറ്റുമുള്ള സകല വിജാതിയരും അവന്റെ പക്ഷത്തുണ്ട്. അത് വലിയൊരു സൈന്യമാണ്. സഹായത്തിന് അറബികളെ അവൻ കൂലിക്കെടുത്തിട്ടുണ്ട്. നിന്നോട് യുദ്ധം ചെയ്യാൻ തയ്യാറായി അവർ നദിക്ക് അക്കരെ പാളയമടിച്ചിരിക്കുകയാണ്. ഇത് കേട്ട യൂദാസ് അവരെ നേരിടാൻ പുറപ്പെട്ടു. യൂദാസും സൈന്യവും നദിക്ക് സമീപം എത്തിയപ്പോൾ തിമോത്തിയോസ് തന്റെ സേനാധിപന്മാരോട് പറഞ്ഞു, അവൻ ആദ്യം നദി കടന്നു വരുന്നുവെങ്കിൽ നമുക്ക് അവനെ ചെറുക്കുക സാധ്യമല്ല. അവൻ നമ്മെ തോൽപ്പിക്കുന്ന തീർച്ച തന്നെ. മറിച്ച് ഭയം തോന്നി അവൻ അക്കരെ തന്നെ പാളയമടിച്ചാൽ നമുക്ക് നദി കടന്നു വന്ന് അവനെ തോൽപ്പിക്കാം. നദിയുടെ കരക്കെത്തിയപ്പോൾ യൂദാസ് ജനങ്ങളിലെ നിയമജ്ഞന്മാരെ അവിടെ കാവൽ നിർത്തി. അവൻ അവരോട് കൽപ്പിച്ചു, ആരെയും പാളയമടിക്കാൻ അനുവദിക്കരുത്. എല്ലാവരും യുദ്ധത്തിന് ഏർപ്പെടട്ടെ. അവൻ ശത്രുക്കൾക്കെതിരെ ആദ്യം നദി കടന്നു. സൈന്യം അവനെ അനുഗമിച്ചു. വിജാതിയർ പരാജിതരായി. ആയുധങ്ങൾ ഉപേക്ഷിച്ച് അവർ കാർനെയിമിലെ ക്ഷേത്രത്തിൽ അഭയം നേടി. യൂദാസ് നഗരം പിടിച്ചടക്കി ക്ഷേത്രത്തിലുള്ള അതിലെ എല്ലാവരോടും കൂടി അഗ്നിക്കിരയാക്കി. അങ്ങനെ കാർനെയിം കീഴടക്കപ്പെട്ടു. യൂദാസിനോട് എതിർത്ത് നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. യൂദാദേശത്തേക്ക് പോകാൻ വലിപ്പച്ചെറുപ്പത്തുകന്യെ ഗിലെയാദിലെ സകല ഇസ്രായേൽക്കാരെയും അവരുടെ ഭാര്യമാരോടും കുഞ്ഞുങ്ങളോടും വസ്തുവകളോടും കൂടി യൂദാസ് ഒരുമിച്ച് കൂട്ടി. വലിയൊരു സംഘമായിരുന്നു അത്. അവർ എഫ്രോണിലെത്തി. അത് മാർഗമധ്യയുള്ള വലുതും സുശക്തമായ ഒരു പട്ടണമായിരുന്നു. വലത്തോട്ടോ ഇടത്തോട്ടോ തിരിഞ്ഞ് അതിനെ ചുറ്റിപ്പോവുക സാധ്യമായിരുന്നില്ല. അതിലൂടെ തന്നെ പോകേണ്ടിയിരുന്നു. നഗരവാസികൾ കവാടങ്ങളിൽ കല്ലുകൾ വെച്ച് അവരെ പ്രതിരോധിച്ചു. അപ്പോൾ യൂദാസ് അവർക്ക് ഈ സൗഹൃദ സന്ദേശം കൊടുത്തുവിട്ടു, ഞങ്ങൾ നിങ്ങളുടെ ദേശത്തിലൂടെ ഞങ്ങളുടെ നാട്ടിലേക്ക് കടന്നു പോയിക്കൊള്ളുകട്ടെ. ആരും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. കാൽനടയായി ഞങ്ങൾ പോയിക്കൊള്ളാം. എന്നാൽ വാതിൽ തുറന്നു കൊടുക്കാൻ അവർ വിസമ്മതിച്ചു. അതാതിടങ്ങളിൽ നിലയുറപ്പിക്കാൻ യൂദാസ് സൈന്യത്തിന് ആജ്ഞ നൽകി. സൈന്യം നിലയുറപ്പിച്ചു. അന്ന് പകലും രാത്രി അവർ നഗരത്തിനെതിരെ യുദ്ധം ചെയ്തു. നഗരം അവന്റെ പിടിയിലായി. പുരുഷന്മാരെ എല്ലാം അവൻ വാളിനിരയാക്കി. നഗരം ഇടിച്ചു നിരത്തി കൊള്ളയടിച്ചു. മൃതദേഹങ്ങളുടെ മീതെ കൂടി അവൻ നഗരം കടന്നു. അനന്തരം അവർ യോർദാൻ കടന്ന് ബത്ഷാനെതിരെയുള്ള വിസ്തൃതമായ സമതലത്തിലെത്തി. യൂദാദേശത്തെത്തുന്നവരെ യാത്രയിലുടനീളം യൂദാസ് ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും പിറകിലായി പോകുന്നവരെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തുകൊണ്ടിരുന്നു. ആർക്കും ജീവഹാനി സംഭവിക്കാതെ എല്ലാവരും സുരക്ഷിതരായി മടങ്ങിയെത്തി. അതിനാൽ സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടി അവർ സീയോൻ മലയിലേക്ക് പോയി ദഹനബലികൾ അർപ്പിച്ചു. യാമ്നിയയിൽ തോൽവി. യൂദാസും യോനാഥനും ഗിലെയാദിലും അവരുടെ സഹോദരൻ ശിമിയോൻ എതിരെയുള്ള ഗലീലയ്ക്ക് ആയിരിക്കുമ്പോൾ അവരുടെ ധീരപരാക്രമങ്ങളെയും വീരോചിതമായ യുദ്ധത്തെയും കുറിച്ച് സേനാനായകന്മാരായ അസറിയായും സെക്രിയയുടെ പുത്രൻ ജോസഫും കേട്ടു. അവർ പറഞ്ഞു, നമുക്കും അതിർത്തി നേടാം. നമുക്ക് ചുറ്റുമുള്ള വിജാതീയരോട് യുദ്ധം ചെയ്യാം. അവർ തങ്ങളുടെ സൈന്യനിരകൾക്ക് ആജ്ഞ കൊടുത്തു. അവർ യാമ്നിയയ്ക്കെതിരെ നീങ്ങി. ഗോർജിയാസും സൈന്യവും അവരെ നേരിടാൻ പട്ടണത്തിന് പുറത്തു വന്നു. അവർ ജോസഫിനെയും അസറിയായെയും തുരത്തി യൂദയായുടെ അതിർത്തികൾ വരെ അവരെ ഓടിച്ചു. ഇസ്രായേൽക്കാർ 2000-ഓളം പേർ അന്ന് മരിച്ചു വീണു. യൂദാസിനെയും സഹോദരന്മാരെയും അനുസരിക്കാതെ ധീരകൃത്യം ചെയ്യാൻ മോഹിച്ച സേനാനായകന്മാർ നിമിത്തം ജനത്തിന് ഈ കനത്ത പരാജയം സഹിക്കേണ്ടി വന്നു. എന്നാൽ ഇസ്രായേലിന് മോചനം നേടിക്കൊടുത്തവരുടെ കുടുംബത്തിൽപ്പെട്ടവരായിരുന്നില്ല ഇവർ. യൂദാസും സഹോദരന്മാരും ഇസ്രായേലിലും വിജാതിയരുടെ ഇടയിലും അവരുടെ നാമം അറിയപ്പെട്ട എല്ലായിടത്തും സമാദരിക്കപ്പെട്ടു. ജനങ്ങൾ അവർക്ക് ചുറ്റും കൂടി അവരെ പുകഴ്ത്തി. പിന്നീട് യൂദാസും സഹോദരന്മാരും തെക്കോട്ട് സൈന്യത്തെ നയിച്ച് യസാവ് വംശജരോട് യുദ്ധം ചെയ്തു.
എബ്രോണും അതിന്റെ ഗ്രാമങ്ങളും അവൻ കീഴ്പ്പെടുത്തി, കോട്ടകൾ തകർത്തു, ചുറ്റുമുള്ള ഗോപുരങ്ങൾ അഗ്നിക്കിരയാക്കി. അനന്തരം ഫിലിസ്തീയ ദേശം ആക്രമിക്കാൻ അവൻ മരീസായിലൂടെ കടന്നുപോയി. അന്ന് തങ്ങളുടെ ധീരത പ്രദർശിപ്പിക്കാൻ ബുദ്ധിശൂന്യമായി യുദ്ധത്തിന് പുറപ്പെട്ട ഏതാനും പുരോഹിതന്മാർ മരിച്ചു വീണു. യൂദാസ് ഫിലിസ്തീയ ദേശത്തെ അമാസോത്തസിലേക്ക് തിരിച്ചു. അവൻ അവരുടെ ബലിപീഠങ്ങൾ തകർത്തു, ദേവന്മാരുടെ കൊത്തിവിഗ്രഹങ്ങൾ തീയിലിട്ട് ചുട്ടു. നഗരങ്ങൾ കൊള്ളയടിച്ചതിന് ശേഷം അവൻ യൂദാദേശത്തേക്ക് മടങ്ങി. അധ്യായം 6. അന്ത്യോക്കോസ് എപ്പിഫാനോസിന്റെ മരണം. അന്ത്യോക്കോസ് രാജാവ് പ്രവിശ്യകളിലൂടെ കടന്നു പോകുമ്പോൾ പേർഷ്യയിലെ എലിമായിസ് സ്വർണത്തിനും വെള്ളിക്കും പ്രശസ്തി ആർജിച്ച ഒരു നഗരമാണെന്ന് കേട്ടു. ഫിലിപ്പിന്റെ പുത്രനും ഗ്രീക്കുകാരെ ആദ്യം ഭരിച്ച മക്കദോനിയക്ക രാജാവുമായ അലക്സാണ്ടർ ഉപേക്ഷിച്ചു പോയ സ്വർണ പരിചികൾ, കവചങ്ങൾ, ആയുധങ്ങൾ എന്നിവ സൂക്ഷിക്കപ്പെട്ടിരുന്നു. അവിടുത്തെ ക്ഷേത്രം വളരെ സമ്പന്നമായിരുന്നു. അതിനാൽ അന്ത്യോക്കസ് വന്ന് നഗരം പിടിച്ചടക്കി കൊള്ള ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ അത് സാധിച്ചില്ല. കാരണം അവന്റെ തന്ത്രം മനസ്സിലാക്കിയ നഗരവാസികൾ അവനോട് യുദ്ധം ചെയ്ത് ചെറുത്തു നിന്നു. യുദ്ധക്കളത്തിൽ നിന്ന് പലായനം ചെയ്ത അന്ത്യോക്കസ് ഭഗ്നാശനായി ബാബിലോണിലേക്ക് പിൻവാങ്ങി. യൂദാദേശം ആക്രമിക്കാൻ പോയ സൈന്യം പരാജയപ്പെട്ടുവെന്ന് പേർഷ്യയിൽ വെച്ചൊരു ദൂതൻ അന്ത്യോക്കസിനെ അറിയിച്ചു. ലിസിയാസ് ആദ്യം ശക്തമായൊരു സൈന്യവുമായി ചെന്നെങ്കിലും യഹൂദർ അവനെ തുരത്തി ഓടിച്ചു. തങ്ങൾ തോൽപ്പിച്ച സൈന്യങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത ആയുധങ്ങൾ, വിഭവങ്ങൾ, കൊള്ളവസ്തുക്കൾ എന്നിവ കൊണ്ട് യഹൂദരുടെ ശക്തി വർദ്ധിച്ചിരിക്കുന്നു. ജെറുസലേമിലെ ബലിപീഠത്തിൽ അവൻ സ്ഥാപിച്ച മ്ലേച്ഛ വിഗ്രഹം അവർ തച്ചുടച്ചു. വിശുദ്ധ മന്ദിരത്തിന് ചുറ്റും മുമ്പുണ്ടായിരുന്ന പോലെ ഉയരമുള്ള മതിലുകൾ പണിയുകയും അവന്റെ നഗരമായ ബെത്സൂറിനെ കോട്ട കെട്ടി സുശക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. ഈ വാർത്ത കേട്ടപ്പോൾ രാജാവ് അത്ഭുതസ്തബ്ധനായി. തന്റെ പദ്ധതികളനുസരിച്ച് കാര്യങ്ങൾ നടക്കാഞ്ഞത് മൂലം ദുഃഖാർത്തനും രോഗിയുമായി തീർന്ന് അവൻ കിടപ്പിലായി. ആഴമേറിയ ദുഃഖത്തിന് അധീനനായി തീർന്ന അവൻ വളരെ നാൾ കിടക്കയിൽ തന്നെ കഴിഞ്ഞു. മരണം അടുത്തുവെന്ന് അവൻ ഉറപ്പായി. അതിനാൽ സുഹൃത്തുക്കളെ അടുക്കൽ വിളിച്ചു പറഞ്ഞു, എനിക്ക് ഉറക്കമില്ലാതായിരിക്കുന്നു. ആകുലതയാൽ എന്റെ ഹൃദയം തകരുന്നു. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു പോകുന്നു, പ്രതാപകാലത്ത് ദയാലുവും ജനസമ്മതനുമായിരുന്ന എനിക്ക് എത്ര വലിയ ദുരിതമാണ് വന്നു ഭവിച്ചിരിക്കുന്നത്. എത്ര ആഴമുള്ള കയത്തിൽ ഞാൻ വീണുപോയിരിക്കുന്നു. ജെറുസലേമിൽ ഞാൻ ചെയ്ത പ്രാകൃത്യങ്ങൾ ഞാൻ ഓർക്കുന്നു. അവളുടെ കനക രജത പാത്രങ്ങളെല്ലാം ഞാൻ കവർച്ച ചെയ്തു. ഒരു കാരണവും കൂടാതെ യൂദാ നിവാസികളെ നശിപ്പിക്കാൻ ഞാൻ സൈന്യത്തെ വിട്ടു. ഇതിനാലാണ് ഈ അനർത്ഥങ്ങൾ എനിക്ക് വന്നുകൂടിയതെന്ന് ഞാൻ അറിയുന്നു. ഇത് അന്യദേശത്ത് കിടന്ന് ദുഃഖാധിക്യത്താൽ ഞാൻ മരിക്കുന്നു. അന്ത്യോക്കോസ് അഞ്ചാമൻ. അനന്തരം അവൻ സ്നേഹിതന്മാരിൽ ഒരുവനായ ഫിലിപ്പിനെ വിളിച്ച് അവനെ തന്റെ സാമ്രാജ്യത്തിന്റെ അധിപനായി നിയമിച്ചു. തന്റെ പുത്രനായ അന്ത്യോക്കസിനെ കിരീടാവകാശിയെ വളർത്തിക്കൊണ്ടുവരണമെന്ന നിർദ്ദേശത്തോടുകൂടി അവൻ ഫിലിപ്പിന് തന്റെ കിരീടവും മേലങ്കിയും മുദ്രമോതിരവും നൽകി. അന്ത്യോക്കോസ് രാജാവ് 141 വർഷം അവിടെ വെച്ച് മരണമടഞ്ഞു. രാജാവ് മരിച്ചതറിഞ്ഞ് ലിസിയാസ് രാജാവിന്റെ പുത്രനും താൻ ബാല്യം മുതലേ വളർത്തിക്കൊണ്ടുവന്നവനുമായ അന്ത്യോക്കസിനെ രാജ്യഭാരമേൽപ്പിക്കുകയും അവന് യുപ്പാത്തോർ എന്ന പേര് നൽകുകയും ചെയ്തു. ലിസിയാസിന്റെ രണ്ടാം ആക്രമണം. ഈ കാലത്ത് കോട്ടയിൽ ഉണ്ടായിരുന്നവർ വിശുദ്ധ മന്ദിരത്തിന് ചുറ്റും ഇസ്രായേലിനെ വളഞ്ഞ് അവരെ ദ്രോഹിക്കാനും വിജാതിയെ ശക്തിപ്പെടുത്താനും കിണഞ്ഞ് പരിശ്രമിക്കുകയായിരുന്നു. അവരെ നശിപ്പിക്കാൻ യൂദാസ് നിശ്ചയിച്ചു. അതിനായി അവൻ ജനത്തെ വിളിച്ചുകൂട്ടി. 150 വർഷം അവർ ഒത്തൊരുമിച്ച് കോട്ടയെ ആക്രമിച്ചു. ഉപരോധത്തിനായി യൂദാസ് ഗോപുരങ്ങളും യന്ത്രമുട്ടികളും സ്ഥാപിച്ചു. എന്നാൽ ശത്രുക്കളുടെ കാവൽ സേനയിൽ ചിലർ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അധർമ്മികളായ കുറെ ഇസ്രായേലിയരും അവരോട് ചേർന്നു. അവർ രാജാവിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, നീതി നടത്താനും ഞങ്ങളുടെ സഹോദരന്മാർക്ക് വേണ്ടി പ്രതികാരം ചെയ്യാനും അങ്ങ് എത്ര കാലം വൈകും? അങ്ങയുടെ പിതാവിനെ സേവിക്കാനും അവന്റെ കൽപ്പനകൾ പാലിക്കാനും ആജ്ഞകൾ അനുസരിക്കാനും ഞങ്ങൾ തയ്യാറായിരുന്നു. അതിന്റെ പേരിൽ ഞങ്ങളുടെ ആളുകൾ തന്നെ കോട്ടയെ ആക്രമിക്കുകയും ഞങ്ങളുടെ ശത്രുക്കളാവുകയും ചെയ്തിരിക്കുന്നു. മാത്രമല്ല ഞങ്ങളിൽ പിടികിട്ടിയവരെ അവർ വധിക്കുകയും ഞങ്ങളുടെ വസ്തുവകൾ കൈയടക്കുകയും ചെയ്തു. ഞങ്ങളെ മാത്രമല്ല അയൽ രാജ്യങ്ങളെ അവർ ആക്രമിച്ചിരിക്കുന്നു. ഇപ്പോൾ അവർ ജെറുസലേം കോട്ട പിടിച്ചടക്കാൻ അതിനെതിരെ പാളയമടിച്ചിരിക്കുകയാണ്. വിശുദ്ധ മന്ദിരവും ബത്സൂറും അവർ കോട്ട കെട്ടി സുരക്ഷിതമാക്കി കഴിഞ്ഞു. അങ്ങ് അവരെ ഉടനെ തടയുന്നില്ലെങ്കിൽ അവർ ഇനിയും മുന്നേറും. പിന്നീട് അവരെ നിയന്ത്രണത്തിലാക്കാൻ അങ്ങേക്ക് സാധിക്കാതെ വരും. ഇത് കേട്ട് രാജാവ് ക്രുദ്ധനായി. അവൻ സ്നേഹിതരെയും സൈന്യാധിപന്മാരെയും അധികാരികളെയും വിളിച്ചുകൂട്ടി. അന്യരാജ്യങ്ങളിലും ദ്വീപുകളിലും നിന്നുള്ള കൂലിപ്പട്ടാളവും അവനോട് ചേർന്നു. 1,00,000 ഭടന്മാരും 20,000 കുതിരപ്പടയാളികളും യുദ്ധപരിചയമുള്ള 32 ആനകളും അടങ്ങിയതായിരുന്നു അവന്റെ സൈന്യം. അവർ
ഇതുമയിലൂടെ കടന്ന് ബത്സൂറിനെതിരെ പാളയമടിച്ചു. യന്ത്രമുട്ടയും സ്ഥാപിച്ചു. അനേക ദിവസം യുദ്ധം ചെയ്തു. എന്നാൽ യഹൂദർ കോട്ടയ്ക്ക് പുറത്തു വന്ന് ഇവ തീവെച്ച് നശിപ്പിക്കുകയും പൗരുഷത്തോടെ പൊരുതുകയും ചെയ്തു. യൂദാസ് കോട്ടയിൽ നിന്ന് പിൻവാങ്ങി രാജാവിന്റെ പാളയത്തിനെതിരെ ബത്സക്കരയിൽ പാളയമടിച്ചു. അതിരാവിലെ രാജാവ് സൈന്യത്തെ ബത്സക്കരയിലേക്കുള്ള വഴിയിലൂടെ അതിവേഗം നയിച്ചു. അവൻ യുദ്ധത്തിന് തയ്യാറായി. കാഹളം മുഴക്കി. മുന്തിരിച്ചാറും മൾബറി നീരും നൽകി അവർ ആനകളുടെ യുദ്ധവീര്യം ഉണർത്തി. സൈന്യവ്യൂഹത്തിൽ പലയിടത്തായി അവയെ നിർത്തി. ഓരോ ആനയോടും കൂടെ ഇരുമ്പ് കവചവും പിത്തളത്തൊപ്പിയും ധരിച്ച 1000 ഭടന്മാരെയും സമർത്ഥരായ 500 കുതിരപ്പടയാളികളെയും നിർത്തി. അവർ ആനയുടെ അടുക്കൽ സജ്ജരായി നിന്നു. അത് പോകുന്നിടത്തേക്ക് അവരും പോയി. അവർ അതിനെ വിട്ടുമാറിയില്ല. ഓരോ ആനയുടെയും പുറത്ത് തടികൊണ്ടുള്ള സുശക്തവും മറയ്ക്കപ്പെട്ടിരുന്നതുമായ അമ്പാരി ഉണ്ടായിരുന്നു. പ്രത്യേകമായ പടച്ചമയങ്ങൾ കൊണ്ടാണ് അവയെ ആനയോട് ബന്ധിച്ചിരുന്നത്. ഓരോന്നിലും യുദ്ധം ചെയ്യുന്ന ആയുധധാരികളായ 4 പടയാളികളും ഇന്ത്യക്കാരനായ പാപ്പാനും ഉണ്ടായിരുന്നു. കുതിരപ്പടയാളികളിൽ ശേഷിച്ചവർ ശത്രുക്കളെ ആക്രമിക്കാൻ സൈന്യത്തിന്റെ ഇരുപാർശ്വങ്ങളിലും നിലയുറപ്പിച്ചു. സേനാവ്യൂഹം അവർക്ക് സംരക്ഷണം നൽകി. സ്വർണവും പിത്തളയും കൊണ്ടുള്ള പരിചകളിൽ തട്ടി സൂര്യപ്രകാശം പ്രതിഫലിച്ചപ്പോൾ കുന്നുകൾ തിളങ്ങുകയും കത്തുന്ന പന്തങ്ങൾ പോലെ കാണപ്പെടുകയും ചെയ്തു. രാജസൈന്യത്തിൽ ഒരു വിഭാഗം ഉയർന്ന കുന്നുകളിലൂടെയും മറ്റേ വിഭാഗം സമതലത്തിലൂടെയും ക്രമമായി ധീരതയോടെ മുന്നേറി. ആ വലിയ പടനീക്കത്തിന്റെ ആരവവും ആയുധങ്ങളുടെ ഇരമ്പലുകളും കേട്ടവരെല്ലാം ഭയചകിതരായി. ആ വ്യൂഹം അത്രയ്ക്ക് വലുതും ശക്തവുമായിരുന്നു. യൂദാസും സൈന്യവും അവരോട് ഏറ്റുമുട്ടി. മരണത്തിലെ 600 പേർ കൊല്ലപ്പെട്ടു. അവരാൻ എന്ന് വിളിക്കപ്പെടുന്ന എലിയാസർ യുദ്ധമൃഗങ്ങളിൽ ഒന്നിന്മേൽ രാജകീയമായ പടച്ചട്ട സജ്ജീകരിച്ചിരിക്കുന്നതായി കണ്ടു. മറ്റുള്ളവയേക്കാൾ ഉയരമുണ്ടായിരുന്നു ആ മൃഗത്തിന്. രാജാവ് അതിന്റെ പുറത്തായിരിക്കുമെന്ന് അവൻ കരുതി. സ്വജനങ്ങളെ രക്ഷിക്കാനും തനിക്ക് ശ്വാശ്വത കീർത്തി നേടാനും വേണ്ടി അവൻ ജീവൻ സമർപ്പിക്കാൻ സന്നദ്ധനായി. ആ മൃഗത്തിന്റെ അടുക്കലെത്താൻ അവൻ വീറോടെ സൈന്യവ്യൂഹത്തിനിടയിലേക്ക് കുതിച്ചു. ഇടതും വലതുമുള്ളവരെ അരിഞ്ഞു വീഴ്ത്തി. ശത്രുക്കൾ ഇരുവശത്തിലേക്കും ചിതറി. അവൻ ചെന്ന് ആനയുടെ കീഴെ എത്തി. അതിനെ അടിയിൽ നിന്ന് കുത്തിക്കൊന്നു. അത് അവന്റെ മേൽ വീണ് അവൻ അവിടെ വെച്ച് തന്നെ മരിച്ചു. രാജസൈന്യത്തിന്റെ ശക്തിയും ഭീകരമായ ആക്രമണവും കണ്ട് യഹൂദർ പിന്തിരിഞ്ഞോടി. രാജാവിന്റെ പടയാളികൾ അവർക്കെതിരെ ജെറുസലേമിലേക്ക് നീങ്ങി. അവർ യൂദയായിലും സിയോൻ മലയിലും പാളയമടിച്ചു. രാജാവ് ബസ്സൂർ നിവാസികളുമായി സമാധാന ഉടമ്പടി ചെയ്തു. അവർ നഗരം ഒഴിഞ്ഞുകൊടുത്തു. കാരണം ഉപരോധത്തെ ചെറുക്കാൻ വേണ്ടത്ര ഭക്ഷണ സാധനങ്ങൾ അവർക്കുണ്ടായിരുന്നില്ല. അത് ദേശത്തിന്റെ സാപത്ത് വർഷമായിരുന്നു. അങ്ങനെ രാജാവ് ബസ്സൂർ കൈവശപ്പെടുത്തി അവിടെ ഒരു കാവൽ സൈന്യത്തെ ഏർപ്പെടുത്തുകയും ചെയ്തു. അനന്തരം അവൻ വിശുദ്ധ മന്ദിരത്തിന് മുൻപിൽ പാളയമടിച്ചു. വളരെ നാൾ അവിടെ കഴിഞ്ഞു. അവൻ ഉപരോധ ഗോപുരങ്ങളും അഗ്നിയും കല്ലും വർഷിക്കാനുതകുന്ന യന്ത്രങ്ങളും അമ്പെയ്യാനുള്ള ഉപകരണങ്ങളും തെറ്റാലികളും സജ്ജമാക്കി. അവരുടേതിനോട് കിടപിടിക്കുന്ന യുദ്ധയന്ത്രങ്ങൾ നിർമ്മിച്ച് യഹൂദർ അവരെ ഏറെക്കാലത്തേക്ക് ചേർത്തു നിന്നു. എന്നാൽ അത് 7-ാം മത്സരമായിരുന്നതിനാൽ കലവറകളിൽ ഭക്ഷണ സാധനങ്ങൾ ഇല്ലായിരുന്നു. വിജാതിയിൽ നിന്ന് രക്ഷപ്പെട്ട് യൂദയയിൽ അഭയം പ്രാപിച്ചവർ കലവറകളിൽ ശേഷിച്ചവെല്ലാം ഭക്ഷിച്ചു കഴിഞ്ഞിരുന്നു. വിശുദ്ധ മന്ദിരത്തിൽ ഏതാനും പേർ മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ. ക്ഷാമം രൂക്ഷമായിരുന്നതിനാൽ മറ്റുള്ളവർ ചിതറി താന്താങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോയി. മതസ്വാതന്ത്ര്യം. തന്റെ മകൻ അന്ത്യോക്കസിനെ കിരീടാവകാശിയെ വളർത്തുന്നതിന് അന്ത്യോക്കസ് രാജാവ് മരണത്തിനു മുമ്പ് നിയോഗിച്ചിരുന്ന ഫിലിപ്പ് രാജാവിനോടുകൂടെ പോയിരുന്ന പടയാളികളുമായി പേർഷ്യ, മേദ്യ എന്നിവിടങ്ങളിൽ നിന്ന് മടങ്ങി വന്നുവെന്നും ഭരണം കൈയടക്കാൻ ശ്രമിക്കുന്നുവെന്നും ലീസിയാസ് കേട്ടു. അതിനാൽ പെട്ടെന്ന് സ്ഥലം വിടാൻ അവൻ കൽപ്പന നൽകി. രാജാവിനോടും സൈന്യാധിപന്മാരോടും ജനങ്ങളോടും അവൻ പറഞ്ഞു, നമ്മൾ ദിവസം ചൊല്ലുന്തോറും കൂടുതൽ ക്ഷീണിച്ചു വരുന്നു. ഭക്ഷണ സാധനങ്ങൾ ഇല്ലെന്ന് തന്നെ പറയാം. നാം ഉപരോധിക്കുന്ന സ്ഥലം സുശക്തമാണ്. രാജ്യകാര്യങ്ങളിൽ നമ്മുടെ അടിയന്തര ശ്രദ്ധ ആവശ്യമായി വന്നിരിക്കുന്നു. അതിനാൽ നമുക്ക് ഈ ജനത്തോടും രാജ്യത്തോടും ഉടമ്പടി ചെയ്ത് സമാധാനം സ്ഥാപിക്കാം. അവർ മുമ്പത്തെ പോലെ സ്വന്തം നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കട്ടെ. നമ്മൾ അവരുടെ നിയമങ്ങൾ നീക്കിക്കളഞ്ഞതിന്റെ പേരിലാണല്ലോ അവർ കുപിതരായി ഈ വിധം പ്രവർത്തിച്ചത്. ഈ അഭിപ്രായം രാജാവിനും സൈന്യാധിപന്മാർക്കും സ്വീകാര്യമായി. രാജാവ് യഹൂദരുമായി സമാധാന ഉടമ്പടിക്ക് സന്ദേശം അയച്ചു. അവർ അതിനെ സമ്മതിച്ചു. രാജാവും സൈന്യാധിപന്മാരും ശപഥപൂർവ്വം ഉറപ്പുകൊടുത്ത വ്യവസ്ഥകളിൽ മേൽ
യഹൂദർ ആ കോട്ട വിട്ടുപോയി. എന്നാൽ ആസ്യോൻ മലയിലെത്തിയ രാജാവ് ആ സ്ഥലം എത്ര ബലവത്തായ കോട്ടയാണെന്ന് കണ്ടപ്പോൾ താൻ ചെയ്ത ശപഥം ലംഘിച്ച് അതിനു ചുറ്റുമുള്ള മതിലുകൾ തകർക്കാൻ ആജ്ഞ നൽകി. അനന്തരം അതിവേഗം അന്ത്യോക്യയിലേക്ക് തിരിച്ചു. നഗരം ഫിലിപ്പ് കൈയടക്കിയിരുന്നതായി അവൻ കണ്ടു. ഉടനെ ഫിലിപ്പിനെതിരെ യുദ്ധം ചെയ്ത് അവൻ നഗരം വീണ്ടെടുത്തു. അധ്യായം 7. ഡെമേത്രിയൂസ് ഒന്നാമൻ. 151 ആണ്ട് സെലൂക്കസിന്റെ മകൻ ഡെമേത്രിയൂസ് റോമയിൽ നിന്ന് കുറെ ആളുകളോടുകൂടെ ജലമാർഗം കടൽ തീരത്തുള്ള ഒരു നഗരത്തിലെത്തി അവിടെ ഭരണം തുടങ്ങി. അവൻ പിതാക്കന്മാരുടെ രാജധാനിയിൽ പ്രവേശിച്ചപ്പോൾ അവനെ ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പട്ടാളം അന്ത്യോക്യസിനെയും ലിസിയാസിനെയും പിടികൂടി. ഇതറിഞ്ഞ രാജാവ് പറഞ്ഞു, അവരുടെ മുഖം കാണാൻ എനിക്ക് ഇടവരാതിരിക്കട്ടെ. അതനുസരിച്ച് സൈന്യം അവരെ വധിച്ചു. ഡെമേത്രിയൂസ് സിംഹാസനാരൂഢനായി. ഇസ്രായേലിലെ നിയമനിഷേധകരും അധർമ്മികളുമായ എല്ലാവരും അവനോട് ചേർന്നു. പ്രധാന പുരോഹിതനാകാൻ മോഹിച്ച അലക്സിമൂസ് ആയിരുന്നു അവരുടെ നേതാവ്. അവർ ജനങ്ങൾക്ക് എതിരെ രാജസന്നിധിയിൽ ഇപ്രകാരം കുറ്റാരോപണം നടത്തി: യൂദാസും സഹോദരന്മാരും കൂടി അങ്ങയുടെ മിത്രങ്ങളെ നശിപ്പിക്കുകയും ദേശത്തു നിന്ന് ഞങ്ങളെ തുരത്തുകയും ചെയ്തിരിക്കുന്നു. അങ്ങ് വിശ്വസ്തനായ ഒരാളെ അയച്ചാലും അവൻ ചെന്ന് ഞങ്ങൾക്കും അങ്ങയുടെ രാജ്യത്തിനും യൂദാസ് എത്രയോ നാശങ്ങൾ വരുത്തിയെന്ന് മനസ്സിലാക്കി അവരെയും അവരുടെ പിണിയാളുകളെയും ശിക്ഷിക്കട്ടെ. തന്റെ സുഹൃത്തുക്കളിൽ ഒരുവനും നദിക്കക്കരെയുള്ള പ്രദേശത്തെ ഭരണാധിപനായ ബെക്കിദേശിനെ രാജാവ് തിരഞ്ഞെടുത്തു. അവർ രാജ്യത്തെ സുസമ്മതനും രാജാവിനോട് വിശ്വസ്തനുമായിരുന്നു. ഇസ്രായേലിയരുടെ പ്രതികാരം ചെയ്യുന്നതിനുള്ള കൽപ്പനയുമായി രാജാവ് അവനെ അയച്ചു. അധർമ്മിയായ അൽക്കിമോസിനെ മഹാപുരോഹിതനായി നിയമിച്ച് അവനെയും കൂട്ടത്തിൽ വിട്ടു. അവർ വലിയൊരു സൈന്യവുമായി യൂദാദേശത്തെത്തി. യൂദാസിനോടും സഹോദരന്മാരോടും സഖ്യം ചെയ്യാമെന്ന വ്യാജ സന്ദേശവുമായി ബക്കിദേശ് ദൂതന്മാരെ അയച്ചു. എന്നാൽ അവരുടെ വാക്കുകൾക്ക് യൂദാസും കൂട്ടരും ഒരു വിലയും കൽപ്പിച്ചില്ല. കാരണം വലിയൊരു സൈന്യത്തോടു കൂടിയാണ് ബക്കിദേശ് വന്നിരിക്കുന്നതെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. ന്യായമായ വ്യവസ്ഥകൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു സംഘം നിയമജ്ഞർ അൽക്കിമൂസിന്റെയും ബക്കിദേശിന്റെയും അടുത്ത് ചെന്നു. ഇസ്രായേലിൽ ഹസിദേയരാണ് സമാധാനാഭ്യർത്ഥനമായി ആദ്യം ചെന്നത്. അവർ പറഞ്ഞു, അഹ്റോന്റെ വംശപരമ്പരയിൽപ്പെട്ട ഒരു പുരോഹിതനാണല്ലോ സൈന്യവുമായി വന്നിരിക്കുന്നത്. അവൻ നമ്മെ ദ്രോഹിക്കുകയില്ല. അൽക്കിമൂസ് സമാധാന പ്രിയനായി അവരോട് സംസാരിച്ചു. നിങ്ങളെയോ നിങ്ങളുടെ സ്നേഹിതന്മാരുടെയോ ഞങ്ങൾ ഒരിക്കലും ഉപദ്രവിക്കുകയില്ല എന്ന് അവൻ അവരോട് ശപഥം ചെയ്തു. അവർ അവനെ വിശ്വസിച്ചു. പക്ഷെ അവൻ ഒറ്റ ദിവസം കൊണ്ട് അവരിൽ 60 പേരെ പിടിച്ചു കൊന്നുകളഞ്ഞു. അങ്ങയുടെ വിശുദ്ധരുടെ ശരീരങ്ങൾ അവർ ജെറുസലേമിന് ചുറ്റും ചിതറിച്ചു. അവരുടെ രക്തം അവിടെയെല്ലാം ചൊരിഞ്ഞു. അവരെ സംസ്കരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന് എഴുതപ്പെട്ടിരുന്ന വചനം അനുസരിച്ച് തന്നെ അവരെക്കുറിച്ചുള്ള ഭയവും സംഭ്രാന്തിയും ജനത്തിടയിൽ വ്യാപിച്ചു. അവർ പറഞ്ഞു, സത്യവും നീതിയില്ലാത്തവരാണിവർ. ശപഥം ചെയ്തുറപ്പിച്ച ഉടമ്പടി ഇവർ ലംഘിച്ചിരിക്കുന്നു. ഇതിനകം ബെക്കിദേശ് ജെറുസലേമിൽ വന്ന് ബെത്സൈത്തിൽ പോയി പാളയമടിച്ചു. തന്റെ പക്ഷം ചേർന്നവരിൽ വളരെ പേരെയും ജനങ്ങളിൽ ചിലരെയും അവൻ സൈന്യം അയച്ച് പിടിച്ചു കൊന്ന് ഒരു വലിയ കുഴിയിൽ എറിഞ്ഞു. അവൻ രാജ്യം അൽക്കിമൂസിനെ ഏൽപ്പിച്ചു. സഹായത്തിന് ഒരു സേനയെ നിർത്തി. ബെക്കിദേശ് രാജസന്നിധിയിലേക്ക് മടങ്ങി. അൽക്കിമൂസ് പ്രധാന പുരോഹിതനാകാൻ കിണഞ്ഞു പരിശ്രമിച്ചു. ജനത്തെ അലട്ടിക്കുന്നവർ അവനോട് ചേർന്നു. യൂദാദേശം അവർ കീഴടക്കി. ഇസ്രായേലിന് കനത്ത നാശം വരുത്തുകയും ചെയ്തു. അൽക്കിമൂസും അനുയായികളും ഇസ്രായേൽക്കാരോട് ചെയ്ത ദ്രോഹങ്ങൾ യൂദാസ് കണ്ടു. അത് വിജാതിയർ ചെയ്തതിനേക്കാൾ അധികമായിരുന്നു. യൂദയിൽ ചുറ്റുമുള്ള പ്രദേശങ്ങളിലെല്ലാം സഞ്ചരിച്ച് കൂറുമാറിയ ആളുകളോട് യൂദാസ് പ്രതികാരം ചെയ്തു. നഗരവാസികൾ നാട്ടിൻപുറത്തേക്ക് കടക്കാതെ പ്രതിരോധവും ഏർപ്പെടുത്തി. യൂദാസും കൂട്ടരും ശക്തി ആർജിച്ചു വരികയാണെന്നും അവരെ എതിരിടാൻ തനിക്ക് സാധ്യമല്ലെന്നും അൽക്കിമൂസ് മനസ്സിലാക്കി. അതിനാൽ അവൻ രാജാവിന്റെ അടുക്കലെത്തി അവർക്കെതിരെ ദുരാരോപണങ്ങൾ നടത്തി. നിക്കാനോർ യൂദായിൽ. തന്മൂലം രാജാവ് യഹൂദരെ നശിപ്പിക്കാനുള്ള കൽപ്പനയുമായി തന്റെ പ്രഗത്ഭ സൈന്യാധിപന്മാരിൽ ഒരുവനും ഇസ്രായേലിന്റെ ബദ്ധശത്രുവുമായ നിക്കാനോറിനെ അയച്ചു. നിക്കാനോർ ഒരു വലിയ സൈന്യവുമായി ജെറുസലേമിൽ ചെന്നു. അവൻ യൂദാസിനും സഹോദരന്മാർക്കും വഞ്ചനാപരമായ ഈ സമാധാന സന്ദേശം അയച്ചു: നമ്മൾ തമ്മിൽ യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ. നിങ്ങളെ സൗഹാർദ്ദപൂർവ്വം സന്ദർശിക്കാൻ കുറച്ചു പേരുമായി ഞാൻ വരാം. അവർ യൂദാസിന്റെ അടുത്തെത്തി. അവർ പരസ്പരം സമാധാന ആശംസകൾ നേർന്നു. എന്നാൽ വൈരി യൂദാസിനെ പിടികൂടാൻ ഒരുങ്ങിയിരുന്നു. ചതിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടിയാണ് നിക്കനോർ വന്നിരിക്കുന്നതെന്ന് യൂദാസ് ഗ്രഹിച്ചു. അവൻ ഭയപ്പെട്ട് നിക്കനോറിനെ വീണ്ടും കാണാൻ വിസമ്മതിച്ചു. തന്റെ തന്ത്രം പുറത്തായെന്നറിഞ്ഞപ്പോൾ അവനുമായി ഏറ്റുമുട്ടുന്നതിന് നിക്കാനോർ കഫർസലാമയിലേക്ക് പോയി. അവന്റെ സൈന്യത്തിലെ 500ഓളം പേർ നിലംപതിച്ചു. ശേഷിച്ചവർ നഗരത്തിലേക്ക് പലായനം ചെയ്തു. ഇത് കഴിഞ്ഞ് നിക്കാനോർ സിയോൻ മലയിലേക്ക് പോയി. ദേവാലയത്തിൽ ചെന്ന് ചില പുരോഹിതന്മാരും ജനപ്രമാണികളും അവനെ സൗഹാർദ്ദപൂർവ്വം സ്വീകരിക്കാനും
രാജാവിന് വേണ്ടി അർപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന ദഹനബലി കാണിക്കാനും വേണ്ടി പുറത്തേക്ക് വന്നു. എന്നാൽ അവൻ അവരെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ധിക്കാരപൂർവ്വം ദുഷിച്ച് സംസാരിക്കുകയും ചെയ്തു. അവൻ രോഷാകുലനായി ശപഥം ചെയ്തു, ഇപ്രാവശ്യം യൂദാസും സൈന്യവും എന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ ഞാൻ സുരക്ഷിതനായി മടങ്ങി വരുമ്പോൾ ഈ ആലയം അഗ്നിക്കിരയാക്കും. അനന്തരം അവൻ ക്രൂരനായി ഇറങ്ങിപ്പോയി. ഇത് കേട്ട പുരോഹിതന്മാർ അകത്തേക്ക് കയറി ബലിപീഠത്തിനും ശ്രീകോവിലിനും അഭിമുഖമായി നിന്ന് വിലപിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങയുടെ നാമത്തിൽ അറിയപ്പെടാൻ ഈ ആലയത്തെ അങ്ങ് തിരഞ്ഞെടുത്തു. അങ്ങയുടെ ജനത്തിന് പ്രാർത്ഥിക്കാനും യാചിക്കുവാനുള്ള ആലയമായിട്ട് തന്നെ. ഇവനോടും ഇവന്റെ സൈന്യത്തോടും പ്രതികാരം ചെയ്യുക. അവരെല്ലാവരും വാളിനിരയാകട്ടെ. അവരുടെ ദൈവദൂഷണങ്ങൾ അങ്ങ് ഓർക്കുക. അവർ ഇനി നിമിഷ നേരം ജീവിക്കാതിരിക്കട്ടെ. നിക്കാനോർ ജെറുസലേമിൽ നിന്ന് ബേത്ത്ഹോറോണിലെത്തി പാളയമടിച്ചു. സിറിയൻ പട്ടാളം അവനോട് ചേർന്നു. യൂദാസ് 3000 സൈനികരോടുകൂടി അദാസായിലെയും പാളയമടിച്ചു. അവൻ പ്രാർത്ഥിച്ചു. ഒരിക്കൽ രാജദൂതന്മാർ ദൈവദൂഷണം പറഞ്ഞപ്പോൾ അവിടുത്തെ ദൂതൻ 185,000 അസീറിയക്കാരെ വധിച്ചുവല്ലോ. അതുപോലെ ഇന്ന് ഈ സൈന്യത്തെ ഞങ്ങളുടെ മുൻപിൽ വെച്ച് നശിപ്പിക്കുക. നിക്കാനോർ അവിടുത്തെ ആലയത്തിനെതിരായി ദൂഷണം പറഞ്ഞുവെന്ന് എല്ലാവരും അറിയട്ടെ. അവന്റെ ദുഷ്ടതയ്ക്ക് അനുസൃതമായി അവനെ വിധിക്കണമേ. ആധാർ മാസം 13-ാം ദിവസം ഇരു സൈന്യവും ഏറ്റുമുട്ടി. നിക്കാനോറിന്റെ സൈന്യം പരാജയമടഞ്ഞു. അവൻ തന്നെയാണ് ആദ്യം നിലം പതിച്ചത്. നിക്കാനോർ കൊല്ലപ്പെട്ടത് കണ്ടപ്പോൾ സൈന്യം ആയുധങ്ങൾ ഉപേക്ഷിച്ച് ഓടിപ്പോയി. അദാസയിൽ നിന്ന് ഗസാറ വരെ ഒരു ദിവസത്തെ ദൂരം യഹൂദർ അവരെ പിന്തുടർന്നു. അപ്പോഴും യുദ്ധകാഹളം മുഴക്കിക്കൊണ്ടിരുന്നു. ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ നിന്ന് ജനങ്ങൾ പുറത്തു വന്ന് ഓടിപ്പോയ ശത്രുക്കളെ തടഞ്ഞ് അവരെ അനുധാവനം ചെയ്തിരുന്നവരുടെ നേരെ തിരിച്ചോടിച്ചു. അങ്ങനെ അവർ എല്ലാവരും വാളിനിരയായി. ഒരുവൻ പോലും ശേഷിച്ചില്ല. യഹൂദർ അവനെ കൊള്ളയടിച്ചു. നിക്കനോറിന്റെ ശിരസ്സും അവൻ ധിക്കാരപൂർവ്വം നീട്ടിയ വലത് കൈയും ഛേദിച്ച് ജെറുസലേമിന് തൊട്ടു വെളിയിൽ കൊണ്ടുവന്ന് പ്രദർശനത്തിന് വെച്ചു. ജനങ്ങൾ തുന്തിലരായി. ആ ദിവസം അവർ ആഹ്ലാദപൂർവ്വം കൊണ്ടാടി. ആണ്ടുതോറും ആധാർ മാസം 13-ാം ദിവസം ഇതിന്റെ ഓർമ്മദിനമായി ആഘോഷിക്കണമെന്ന് അവർ നിശ്ചയിച്ചു. അങ്ങനെ യൂദാദേശത്തെ കുറെ കാലത്തേക്ക് സ്വസ്ഥത കൈവന്നു. അധ്യായം 8. റോമാക്കാരുമായി സഖ്യം. റോമാക്കാരുടെ കീർത്തിയെപ്പറ്റി യൂദാസ് കേട്ടു. അവർ പ്രബലരും തങ്ങളോട് സഖ്യം ചേരുന്നവർക്ക് ഗുണകാംക്ഷികളും തങ്ങളെ സമീപിക്കുന്നവർക്ക് സൗഹൃദം നൽകുന്നവരുമാണ്. അവർ നടത്തിയ യുദ്ധങ്ങളെക്കുറിച്ചും ഗലാത്യർക്കിടയിൽ ചെയ്ത വീരകൃത്യങ്ങളെക്കുറിച്ചും ഗലാത്യരെ പരാജിതരാക്കി കപ്പ ഈടാക്കിയതിനെക്കുറിച്ചും ആളുകൾ അവനോട് പറഞ്ഞു. സ്പെയിൻ ദേശത്തെ വെള്ളിയും സ്വർണവും ഖനികളും കൈവശപ്പെടുത്താൻ അവർ അവിടെ എന്തു ചെയ്തതെന്നും സ്ഥലം വിദൂരത്തായിരുന്നിട്ടും അവർ തങ്ങളുടെ ക്ഷമാപൂർവമായ ആസൂത്രണങ്ങൾ വഴി അവർ ആ പ്രദേശം മുഴുവൻ എങ്ങനെ കീഴ്പ്പെടുത്തിയെന്നും അവൻ അറിഞ്ഞു. ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് തങ്ങൾക്കെതിരെ വന്ന രാജാക്കന്മാരെ കീഴടക്കുകയും വൻപിച്ച നാശങ്ങൾ വരുത്തുകയും ചെയ്തുവെന്നും ശേഷിച്ചവർ ആണ്ടുതോറും അവർക്ക് കപ്പം കൊടുത്തുകൊണ്ടിരുന്നുവെന്നും അവൻ കേട്ടു. ഫിലിപ്പിനെയും മക്കദോനിയരുടെ രാജാവായിരുന്ന പെർസിയൂസിനെയും തങ്ങൾ എതിർത്ത മറ്റുള്ളവരെയും അവർ യുദ്ധം ചെയ്ത് പരാജിതരാക്കി. 120 ആനകളും കുതിരകൾ, രഥങ്ങൾ, വൻപിച്ച ഒരു കാലാൾപ്പട എന്നിവയുമായി തങ്ങളെ ആക്രമിക്കാൻ വന്ന ഏഷ്യ രാജാവ് മഹാനായ അന്ത്യോക്യസിനെയും അവർ നിശേഷം തോൽപ്പിച്ചു. അവനെ അവർ ജീവനോടെ പിടിച്ചു. അവനും അവന് ശേഷം വരുന്ന ഭരണാധികാരിമാരും കപ്പമായി വലിയ തുകയും ആൾജാമ്യവും നൽകണമെന്നും അവരുടെ പ്രവിശ്യകളിൽ മേൽത്തരമായ ഇന്ത്യ, മേദിയ, ലിദിയ എന്നീ രാജ്യങ്ങൾ വിട്ടുകൊടുക്കണമെന്നും റോമാക്കാർ ആവശ്യപ്പെട്ടു. ഈ ദേശങ്ങൾ അവർ യുമനസ് രാജാവിന് കൈമാറി. ഗ്രീക്കുകാർ അവരെ നശിപ്പിക്കാൻ ആലോചിച്ചിരുന്നു. എന്നാൽ അതറിഞ്ഞ് അവർ ഒരു സൈന്യാധിപനെ അയച്ചു. ഗ്രീക്കുകാരെ ആക്രമിച്ചു. ഗ്രീക്കുകാരിൽ വളരെ പേർ മുറിവേറ്റു വീണു. അവരുടെ ഭാര്യമാരെയും കുട്ടികളെയും റോമാക്കാർ തടവുകാരാക്കി. അവരെ കൊള്ളയടിക്കുകയും ദേശം അധീനമാക്കുകയും കോട്ടകൾ തകർക്കുകയും ചെയ്തു. ഇന്നോളം അവരെ അടിമകളാക്കി വെച്ചിരിക്കുന്നു. തങ്ങളെ എതിർത്ത എല്ലാ രാജ്യങ്ങളും ദ്വീപുകളും നശിപ്പിച്ച് അടിമത്തത്തിലാഴ്ത്തി. എന്നാൽ സുഹൃത്തുക്കളോടും ആശ്രിതരോടും അവർ മൈത്രി പുലർത്തിപ്പോന്നു. വിദൂരസ്ഥരും സമീപസ്ഥരുമായ രാജാക്കന്മാരെ അവർ കീഴ്പ്പെടുത്തി. അവരുടെ പ്രതാപത്തെക്കുറിച്ച് കേട്ടവരെല്ലാം അവരെ ഭയന്നിരുന്നു. തങ്ങൾ ഇച്ഛിക്കുന്നവരെ അവർ തുണച്ച് രാജാക്കന്മാരാക്കുന്നു. യഥേഷ്ടം നാടുവാഴികളെ സ്ഥാനഭ്രഷ്ടരാക്കുന്നു. അങ്ങനെ അവരുടെ ഔന്നത്യം പ്രകീർത്തിക്കപ്പെടുന്നു. എന്നിരിക്കലും അവരിൽ ഒരുവനും പ്രതാപം കാണിക്കാൻ കിരീടം ധരിക്കുകയോ ചെങ്കുപ്പായം അണിയുകയോ ചെയ്തിരുന്നില്ല. അവർ തങ്ങൾക്കായി ഒരു ആലോചനാ സംഘത്തിന് രൂപം കൊടുത്തു. ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ഭരണം നൽകാൻ 320 പ്രമാണികൾ ദിനംപ്രതി മുടക്കമില്ലാതെ കാര്യവിചാരണ നടത്തുന്നു. തങ്ങളെ ഭരിക്കാനും ദേശം മുഴുവൻ നിയന്ത്രിക്കാനും വർഷം തോറും അവർ ഒരാളെ ചുമതലപ്പെടുത്തുന്നു. അവന്റെ നിർദ്ദേശങ്ങൾ അവർ പാലിക്കുന്നു. അവരുടെ ഇടയിൽ പകയോ അസൂയയോ ഇല്ല.
റോമാക്കാരുമായി സൗഹൃദവും സഖ്യവും സ്ഥാപിക്കാനും അടിമത്തത്തിൽ നിന്ന് മോചനം നേടാനുമായി യൂദാസ് മാർക്കൂസിന്റെ പുത്രൻ യോഹന്നാന്റെ മകനായ എപ്പോളോസിനെയും തിരഞ്ഞെടുത്തു റോമയിലേക്ക് അയച്ചു. ഗ്രീക്കുകാർ ഇസ്രായേലിനെ പൂർണ്ണമായും അടിമത്തത്തിൽ താഴ്ത്തുകയോ ആണെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. അവർ ദീർഘയാത്ര ചെയ്ത് റോമയിലെത്തി. ആലോചനാ സംഘത്തിന് മുമ്പാകെ അവർ ഇപ്രകാരം പറഞ്ഞു: മക്കബയൂസ് എന്നുകൂടി വിളിക്കപ്പെടുന്ന യൂദാസും അവന്റെ സഹോദരന്മാരും യഹൂദജനവും കൂടി നിങ്ങളുടെ സ്നേഹിതരും സഖ്യത്തിലുള്ളവരുമായി ഞങ്ങൾ എണ്ണപ്പെടേണ്ടതിന് നിങ്ങളുമായി സമാധാന ഉടമ്പടി സ്ഥാപിക്കാൻ ഞങ്ങളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നു. ഈ അഭ്യർത്ഥന അവർക്ക് സ്വീകാര്യമായി. സമാധാനത്തിന്റെയും സഖ്യത്തിന്റെയും സ്മാരകമായി ജെറുസലേമിൽ സ്ഥാപിക്കാൻ ഓട് തകിടുകളിൽ എഴുതിയ മറുപടി കത്തിന്റെ പകർപ്പാണിത്. റോമാക്കാർക്കും യഹൂദ ജനതയ്ക്കും കടലിലും കരയിലും എക്കാലവും മംഗളം ഭവിക്കട്ടെ. വാളും വൈരിയും അവരിൽ നകന്നിരിക്കട്ടെ. റോമാക്കാർക്കോ അവരുടെ അധീനതയിൽപ്പെട്ട ഏതെങ്കിലും സഖ്യരാജ്യത്തിനോ ആണ് ആദ്യ യുദ്ധഭീഷണി ഉണ്ടാകുന്നതെങ്കിൽ യഹൂദ ജനത സന്ദർഭത്തിനൊത്ത് അവരുടെ സഖ്യകക്ഷിയെപ്പോലെ സർവാത്മന പ്രവർത്തിക്കേണ്ടതാണ്. അവരോട് യുദ്ധം ചെയ്യുന്ന ശത്രുരാജ്യത്തിന് യഹൂദർ ധാന്യമോ ധനമോ ആയുധങ്ങളോ കപ്പലുകളോ കൊടുത്തുകൂടാ. ഇത് റോമാക്കാരുടെ തീരുമാനമാണ്. ഈ കടപ്പാടുകൾ പ്രതിഫലവും പ്രതീക്ഷിക്കാതെ അവർ നിറവേറ്റേണ്ടതാണ്. അതുപോലെ യഹൂദർക്ക് ആദ്യം യുദ്ധത്തെ നേരിടേണ്ടി വന്ന റോമാക്കാർ സഖ്യകക്ഷികളെ പോലെ സന്ദർഭാനുസരണം പ്രവർത്തിക്കണം. ശത്രുപക്ഷക്കാർക്ക് ധാന്യമോ ധനമോ ആയുധങ്ങളോ കപ്പലുകളോ അവർ നൽകിക്കൂടാ. ഇതും റോമായുടെ തീരുമാനം തന്നെ. ഈ കടമകൾ അവർ വഞ്ചന കൂടാതെ നിർവഹിക്കേണ്ടതാണ്. ഈ വ്യവസ്ഥകളിന്മേൽ റോമാക്കാർ യഹൂദ ജനതയുമായി ഉടമ്പടി ചെയ്യുന്നു. ഈ വ്യവസ്ഥകൾ നടപ്പിലായതിനു ശേഷം ഇതിൽ എന്തെങ്കിലും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ ഇരു കക്ഷികളും തീരുമാനിക്കുന്ന പക്ഷം തങ്ങളുടെ വിവേചനം അനുസരിച്ച് അപ്രകാരം ചെയ്യാവുന്നതാണ്. അവർ വരുത്തുന്ന ഏത് മാറ്റവും സാധുവായിരിക്കും. ദെമത്രിയൂസ് രാജാവ് യഹൂദരോട് ചെയ്യുന്ന ദ്രോഹങ്ങളെ കുറിച്ച് ഞങ്ങൾ ഇപ്രകാരം അവർക്ക് എഴുതിയിട്ടുണ്ട്: ഞങ്ങളുടെ സുഹൃത്തുക്കളും സഖ്യകക്ഷിയുമായ യഹൂദരെ നിങ്ങൾ പീഡിപ്പിക്കുന്ന എന്ത്? നിനക്കെതിരായി അവർ വീണ്ടും ഞങ്ങളോട് സഹായം അഭ്യർത്ഥിച്ചാൽ ഞങ്ങൾ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും കടലിലും കരയിലും നിന്നെ ആക്രമിക്കുകയും ചെയ്യും. 9 യൂദാസിന്റെ മരണം. നിഖദോരും സൈന്യവും യുദ്ധത്തിൽ പരാജിതരായി എന്നറിഞ്ഞപ്പോൾ ദെമത്രിയൂസ് ബക്കാത്തിസിനെയും അൽക്രൂസിനെയും യൂദാദേശത്തേക്ക് വീണ്ടും അയച്ചു. തന്റെ ദക്ഷിണ പാർശ്വസേനയും അവരോട് വിട്ടു. അവർ ഗിലിൽഗാലിലേക്ക് വഴിയിലൂടെ പോയി മെസ്രാത്തിനെതിരെ അൽബോരയിൽ പാളയമടിച്ചു. അത് കൈവശപ്പെടുത്തി അനേകം പേരെ വധിച്ചു. 112 1 മാസം അവർ ജെറുസലേമിനെതിരെ പാളയമടിച്ചു. അനന്തരം അവർ 20,000 ഭടന്മാരും 2000 കുതിരപ്പടയാളികളും കൂടെ അവിടെ നിന്ന് ബെരാരിലേക്ക് നീങ്ങി. അപ്പോൾ യൂദാസ് 3000 ധീരയോദ്ധാക്കളുമായി എലാസിയിൽ പാളയം അടിച്ചിരിക്കുകയായിരുന്നു. ശത്രു സൈന്യത്തിന് സംഖ്യബലം കണ്ട അവൻ അത്യധികം ഭയപ്പെട്ടു. വളരെ പേർ പാളയം വിട്ട് ഓടിപ്പോയി. 800 പേർ മാത്രം അവശേഷിച്ചു. തന്റെ സൈന്യം ചിതറിപ്പോയെന്ന് യുദ്ധം അവസാനമായിരുന്നു കണ്ടപ്പോൾ യൂദാസിന്റെ മനസ്സൊലിഞ്ഞു. കാരണം അവരെ പുനഃസംഘടിപ്പിക്കാൻ സമയമുണ്ടായിരുന്നില്ല. അവൻ വിവശനായി. എങ്കിലും ശേഷിച്ചവരോട് അവൻ പറഞ്ഞു: നമുക്ക് ശത്രുവിനെ നേരിടാം. അവരെ ചെറുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. പക്ഷേ അവർ അവനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു: നമുക്കിതിന് കഴിയില്ല. ജീവൻ രക്ഷിക്കുകയാണ് ഇപ്പോൾ വേണ്ടത്. നമ്മുടെ സഹോദരവുമായി വന്ന് അവരോട് പിന്നീട് യുദ്ധം ചെയ്യാം. അപ്പോൾ നമ്മൾ വളരെ കുറച്ച് പേരേ ഉള്ളൂ. എന്നാൽ യൂദാസ് പറഞ്ഞു: ശത്രുവിനെ ഭയന്ന് നാം പാരായണം ചെയ്തുകൂടാ. സമയം എങ്കിൽ സഹോദരന്മാർക്ക് വേണ്ടി ധീരതയോടെ നമുക്ക് മരിക്കാം. നമുക്ക് മാനക്കേട് ഉണ്ടാകാൻ ഇടയാകരുത്. ബെക്കദേശിന്റെ സൈന്യം പാളയം വിട്ടിറങ്ങി ആക്രമണത്തിന് നിലയുറപ്പിച്ചു. കുതിരപ്പടയെ 2 ഗണമായി വിഭജിച്ചു. കവണിക്കാരും വില്ലാളികളും പ്രധാന പടയാളികളുമായ മുൻനിരയിൽ നീങ്ങി. ബെക്കദേശ് ദക്ഷിണ പാർശ്വ സേനയിലായിരുന്നു. ഇരുവശങ്ങളുള്ള സൈന്യ വിഭാഗങ്ങളുടെ മധ്യത്തിൽ കാഹളധ്വനിക്കൊത്ത് കാലാൽപ്പട മുന്നോട്ട് നീങ്ങി. യൂദാസിനോട് കൂടെ ഉണ്ടായിരുന്നവരെല്ലാം കാഹളം മുഴുകി. സൈന്യങ്ങളുടെ ശബ്ദ കോലാഹലത്താൽ
ഭൂമി പ്രഭംഗം കൊണ്ടു. പ്രഭാതം മുതൽ പ്രദോഷം വരെ യുദ്ധം നടന്നു. മിക്ക ദിവസം അവരുടെ ശക്തനായ സൈന്യവും വലതുവശത്താണെന്ന് യൂദാസ് മനസ്സിലാക്കി. ധൈര്യശാലികളായ എല്ലാ പടയാളികളും യൂദാസിനോട് ചേർന്ന് ശത്രുവിന്റെ ദക്ഷിണ പാർശ്വ സൈന്യത്തെ തോൽപ്പിച്ച് അസ്തോസ് മല വരെ ഓടിച്ചു. ദക്ഷിണ പാർശ്വം തകർക്കപ്പെട്ടെന്ന് മനസ്സിലാക്കിയ വാമപാർശ്വസേന തിരിഞ്ഞു വന്ന് യൂദാസിന്റെയും കൂട്ടരുടെയും പിന്നാലെ എത്തി. യുദ്ധം ഭീകരമായി. ഇരുഭാഗങ്ങളിലും അനേക പേർ മുറിവേറ്റ് വീണു. യൂദാസ് നിലംപതിച്ചു. ശേഷിച്ചവർ പലായനം ചെയ്തു. ജോനാഥനും ഷിമയോനും തങ്ങളുടെ സഹോദരൻ യൂദാസിനെ എടുത്തുകൊണ്ടുപോയി തങ്ങളുടെ പിതാക്കന്മാരുടെ മുദ്ഹീനിലെ കല്ലറ സംസ്കരിച്ചു. അവനെ ഓർത്ത് അവർ കരഞ്ഞു. ഇസ്രായേൽ ഒന്നടങ്കം ദുഃഖം ആചരിച്ചു. വളരെ നാളുകൾ അവർ ഇങ്ങനെ വിലപിച്ചുകൊണ്ടിരുന്നു. ഇസ്രായേലിന്റെ ദക്ഷനായ ശക്തൻ പതിച്ചതെങ്ങനെ? യൂദാസിന്റെ മറ്റു ചെയ്തികളും അവൻ നടത്തിയ യുദ്ധങ്ങളും ധീരപ്രവൃത്തികളും അവന്റെ മഹത്വവും ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. അവ അത്രയ്ക്ക് അധികമാണ്. ജോനാഥൻ നേതാവ്. യൂദാസിന്റെ മരണത്തിന് ശേഷം അധർമ്മികൾ ഇസ്രായേലിനെ എങ്ങും തലപ്പൊക്കി. അനീതി പ്രവർത്തിച്ചിരുന്നവരെല്ലാം പുറത്തു വന്നു. അക്കാലത്ത് വലിയൊരു ക്ഷാമം ഉണ്ടായി. അപ്പോൾ അവരോടൊപ്പം രാജ്യവും ശത്രുപക്ഷവും ചേർന്നു. വെക്കുദ്യോസ് അധർമ്മികളെ തിരഞ്ഞെടുത്ത് രാജ്യത്തിന്റെ ഭരണ ചുമതല ഏൽപ്പിച്ചു. യൂദാസിന്റെ സ്നേഹിതരെ തിരിഞ്ഞു പിടിച്ച് അവർ വെക്കുദ്യോസിന്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അവരോട് പ്രതികാരം ചെയ്യുകയും അവരെ അധിക്ഷേപിക്കുകയും ചെയ്തു. ഇപ്രകാരം ഇസ്രായേലിന് വലിയ കഷ്ടതകൾ ഉണ്ടായി. പ്രവാചകന്മാരുടെ കാലത്തിന് ശേഷം ഇന്നോളം ഇതുപോലുള്ള ഒരു ദുരിതം അവൻ നേരിടേണ്ടി വന്നിട്ടില്ല. യൂദാസിന്റെ സ്നേഹിതന്മാർ ഒന്നിച്ചുകൂടി ജോനാഥിന്റെ അടുക്കിലേക്ക് വന്ന് പറഞ്ഞു, നിന്റെ സഹോദരൻ യൂദാസിന്റെ മരണത്തിന് ശേഷം നമ്മുടെ ശത്രുക്കൾക്കും ബെഖദിസിനുമെതിരെ പോരാടാനും നമ്മെ വെറുക്കുന്ന നമ്മുടെ ജനത്തിൽപ്പെട്ടവരെ വേണ്ട വിധം നേരിടാനും അവനെ പോലെ ആരും നമുക്കില്ല. അതിനാൽ ഞങ്ങൾക്ക് വേണ്ടി പൊരുതാൻ അവന് പകരം ഞങ്ങളുടെ ഭരണകർത്താവും നേതാവുമായ ഞങ്ങൾ ഇന്ന് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ജോനാഥൻ നേതൃത്വം സ്വീകരിക്കുകയും സഹോദരൻ യൂദാസിന്റെ സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു. തെക്കോവോ മരുഭൂമിയിൽ. ഇതിനെക്കുറിച്ച് കേട്ട് ബെഖദോസ് അവനെ വധിക്കാൻ പരിശ്രമം തുടങ്ങി. എന്നാൽ ജോനാഥനും സഹോദരൻ ഷിമയോനും അവരെ കൂടെ ഉണ്ടായിരുന്നവരും ഇതറിഞ്ഞ് തെക്കോവിലെ പ്രദേശത്തേക്ക് ഓടിപ്പോയി അസാഫർ കുളത്തിലേക്ക് പാളയമടിച്ചു. സാബത്ത് ദിവസം ഈ വിവരം അറിഞ്ഞ് ബെഖദോസ് സൈന്യവുമൊത്ത് ജോർദാൻ കടന്നു. ഏറെ ഉണ്ടായിരുന്ന തങ്ങളുടെ സാധന സാമഗ്രികൾ സൂക്ഷിക്കാൻ സ്നേഹിതനായ നബൂഖദ്നേസരോട് അഭ്യർത്ഥിക്കുന്നതിന് ജോനാഥൻ സഹോദരനെ ജനത്തിന്റെ നേതാവായി അയച്ചു. എന്നാൽ മെമാധ്യയിൽ നിന്നും എംപ്രിയയുടെ പുത്രന്മാർ വന്ന് യോഹനാനെ പിടിച്ചുകൊണ്ടുപോവുകയും അവന്റെ പക്കലുണ്ടായിരുന്നവയെല്ലാം കൈവശപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് ജോനാഥനും സഹോദരൻ ഷിമയോനും ഇങ്ങനെ കേട്ടു, എംപ്രിയുടെ മക്കൾ വലിയ ഒരു വിവാഹാഘോഷം നടത്തുകയാണ്. കാനായിലെ പ്രഭുക്കന്മാർ ഒരുവന്റെ മകളാണ് വധു. അവർ ദബാത്തിലെ നിന്ന് വലിയൊരു പരിവാരത്തോട് കൊണ്ടുവരുന്നു. തങ്ങളുടെ സഹോദരൻ യോഹന്നാന്റെ രക്തത്തെക്കുറിച്ച് അവർ ഓർത്തു. അവർ പോയി മലയുടെ മറവിൽ ഒളിച്ചിരുന്നു. അവർ തലയുയർത്തി നോക്കിയപ്പോൾ ധാരാളം സാധന സാമഗ്രികൾ വഹിച്ചുകൊണ്ട് ശബ്ദകോലാഹലത്തോടെ നീങ്ങുന്ന ഒരു ഘോഷയാത്ര കണ്ടു. ആയുധധാരികളായ സ്നേഹിതന്മാരോടും സഹോദരന്മാരോടും ഒത്ത് തമ്പുരുവിന്റെയും ഗായകരുടെയും അകമ്പടിയുടെ വരൻ അവരെ സ്വീകരിക്കാൻ വരുന്നു. പതിയിരുന്നവർ ഉടനെ പാഞ്ഞു ചെന്ന് അവരെ കൊല്ലാൻ തുടങ്ങി. വളരെ പേർ മുറിവേറ്റ് വീണു. ശേഷിച്ചവർ മലയിലേക്ക് ഓടി രക്ഷപ്പെട്ടു. ജോനാഥനും കൂട്ടരും അവരുടെ സാധന സാമഗ്രികൾ മുഴുവൻ കൈവശപ്പെടുത്തി. അങ്ങനെ വിവാഹം വിലാപമായി മാറി. ഗായകരുടെ സ്വരം ചരമഗാനമായും. തങ്ങളുടെ സഹോദരന്റെ രക്തത്തിന് പൂർണ്ണമായി പകരം വീട്ടി കഴിഞ്ഞപ്പോൾ അവർ ജോർദാനിലെ ചതുപ്പ് നിലങ്ങളിലേക്ക് മടങ്ങി. ബെഖദോസ് ഇത് കേട്ട് വലിയൊരു സേനയുമായി സാബത്ത് ദിവസം ജോർദാൻ കരയിലെത്തി. ജോനാഥൻ അനുയായികളോട് പറഞ്ഞു, നമുക്ക് ജീവന് വേണ്ടി സ്വധൈര്യം പൊരുതാം. കാര്യങ്ങൾ ഇപ്പോൾ മുൻപത്തെ പോലെയല്ല. ഇതാ ശത്രു നമ്മളെ വളഞ്ഞിരിക്കുന്നു. ഒരു വശത്ത് ജോർദാൻ നദി, മറുവശത്ത് ചതുപ്പ് നിലവും കുറ്റിക്കാടുകളും. എങ്ങോട്ട് തിരിയാൻ സാധ്യമല്ല. ശത്രു കരങ്ങളിൽ നിന്ന്
രക്ഷിക്കണമെന്ന് ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. യുദ്ധം തുടങ്ങി. ജോനാഥൻ ബെക്കിദ്യോസിനെ പ്രഹരിക്കാൻ കരമുയർത്തി. എന്നാൽ അവൻ വഴുതി മാറി പിന്നിലേക്ക് പോയി. അനന്തരം ജോനാഥനും കൂട്ടരും ജോർദാനിലേക്ക് ചാടി നീന്തി അക്കരെ കടന്നു. ശത്രുക്കൾ ജോർദാൻ കടന്ന് അവരെ ആക്രമിക്കാൻ മുതിർന്നില്ല. ബെക്കിദ്യോസിന്റെ ആളുകൾ 1000 പേരോളം അന്ന് കൊല്ലപ്പെട്ടു. യൂദായിലെ കോട്ടകൾ. ബെക്കിദ്യോസ് ജെറുസലേമിലേക്ക് മടങ്ങി. യൂദായിൽ അവർ സുശക്തമായ നഗരങ്ങളിൽ പണിതു. ജെറിക്കോയിലെ കോട്ടയം, എമാവൂസ്, ബെത്ഹോറൻ, ബേതേൽ, തിമാനത്ത്, ഫരാത്തോൻ, തെഫോൺ എന്നീ നഗരങ്ങളും വീരമേറിയ മതിലുകളും പടിവാതിലൂടെ ഓടകൾ കൊണ്ട് ബലപ്പെടുത്തി. ഇസ്രായേലിനെ ശല്യപ്പെടുത്താൻ അവർ അവിടങ്ങളെല്ലാം കാവൽ സൈന്യം ഏർപ്പെടുത്തി. ബെത്സൂർ, ഗസറ എന്ന നഗരങ്ങളും കോട്ടയും അവർ ശക്തങ്ങളാക്കി സേനകളെ നിർത്തി. ഭക്ഷണ സാധനങ്ങളും ശേഖരിച്ചു വെച്ചു. നാട്ടുപ്രമാണികളുടെ പുത്രന്മാരെ പിടിച്ച് ആൾജാമ്യമായി ജെറുസലേമെ കോട്ടയിൽ അടച്ച് കാവൽ ഏർപ്പെടുത്തുകയും ചെയ്തു. 113-ാം ആണ്ട് 2-ാം മാസം ദേവാലയത്തിൽ ഭിത്തികൾ ഇടിച്ചു തകർക്കാൻ അക്രിയോസ് കൽപ്പന നൽകി. പ്രവാചകന്മാരുടെ പ്രയത്നം അവൻ നിഷ്ഫലമാക്കി. പക്ഷേ അവൻ അത് തകർക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ അവന് കനത്ത ഒരു ആഘാതമേറ്റു. അവന്റെ ജോലിക്ക് വിഘടനം ഉണ്ടായി. അതരം ചരിക്കാതെയായി. അവൻ തളർവാദി രോഗിയായി. തന്റെ ഭവനത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ആജ്ഞ നൽകാൻ അവന് കഴിയാതെയായി. താമസിയാതെ ദുസ്സഹനമായ വേദന സഹിച്ച് അവൻ മരണമടഞ്ഞു. അർക്കിമോസ് മരിച്ചെന്ന് കണ്ടപ്പോൾ ബെക്കിദ്യോസ് രാജസന്നിധിയിലേക്ക് മടങ്ങി. യൂദാദേശത്ത് 2 വർഷത്തേക്ക് സ്വസ്ഥതയുണ്ടായി. ജോനാഥന്റെ വിജയം. അനന്തരം അധർമ്മികൾ ഗൂഢാലോചന നടത്തി. അവർ പറഞ്ഞു, ജോനാഥനും കൂട്ടരും ആത്മവിശ്വാസത്തോടെ സമാധാനത്തിൽ കഴിയുന്നു. അതിനാൽ നമുക്ക് ബെക്കിദ്യോസിനെ തിരിച്ചു കൊണ്ടുവരാം. ഒറ്റ രാത്രി കൊണ്ട് അവൻ അവരെ എല്ലാവരെയും ബന്ധസ്ഥരാക്കും. അവർ പോയി അവനുമായി കൂടിയാലോചിച്ചു. വലിയൊരു സൈന്യവുമായി പുറപ്പെടാൻ അവൻ ഒരുമ്പെട്ടു. ജോനാഥിന്റെയും അവന്റെ ആളുകളെയും പിടിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് യൂദയിലെ സകല സഖ്യകക്ഷികൾക്കും എല്ലാം അവർ രഹസ്യക്കത്തുകൾ അയച്ചു. പക്ഷെ അവർക്കത് കഴിഞ്ഞില്ല. കാരണം അവർ ഉപജാതങ്ങൾ പുറത്തായി കഴിഞ്ഞിരുന്നു. ജോനാഥിന്റെ ആളുകൾ ഈ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയ സ്ഥലവാസികൾ 50ഓളം പേരെ വധിച്ചു. പിന്നീട് ജോനാഥിനും അനുയായികളും ശിമേനോട് കൂടി മരുഭൂമിയിലേക്കുള്ള ബെത്സ്ലാമിലേക്ക് പിൻവാങ്ങി. അതിന്റെ തകർക്കപ്പെട്ട ഭാഗങ്ങൾ പുതുക്കി പണിത് അവർ അത് ബലവത്താക്കി. ബെക്കിദ്യോസ് ഇതറിഞ്ഞ തന്റെ സൈനികളെ എല്ലാം ഒരുമിച്ച് കൂട്ടി. യൂദായിലെ ജനങ്ങളും അവൻ കൽപ്പനകൾ അയച്ചു. അതിനുശേഷം അവൻ വന്ന് ബെത്സാദയ്ക്കെതിരെ പാളയം അടിച്ചു. ഏറെ നാളുകൾ അവൻ അതിനെതിരെ പൊരുതുകയും യന്ത്രമുട്ടികൾ നിർമ്മിക്കുകയും ചെയ്തു. നഗരം തന്റെ സഹോദരൻ ശിമയോനെ ഏൽപ്പിച്ച് ജോനാഥൻ നാട്ടിൻ പുറത്തേക്ക് നീങ്ങി. കുറച്ചു പേരെ മാത്രമേ അവൻ കൂടെ കൊണ്ടുപോവുകയുള്ളൂ. ദമോറിനും അവന്റെ സഹോദരന്മാരെയും ഫാസ്റോന്റെയും പുത്രന്മാരെയും അവരുടെ കൂടാരങ്ങളിൽ വെച്ച് അവൻ വധിച്ചു. അവൻ ആക്രമിച്ചു കൊണ്ട് മുന്നേറി. ഈ സമയം ശിമയോനും കൂട്ടരും നഗരത്തിന് വെളിയിൽ വന്ന് ഒരു മിന്നലാക്രമണം നടത്തി യന്ത്രമുട്ടികൾ തീവച്ചു. അവർ ബെക്കിദ്യോസിനെ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തി. തന്റെ പദ്ധതികളും യുദ്ധോദ്ദേശങ്ങളും നിഷ്ഫലമായതിനാൽ അവൻ ഭഗ്നനായി. അതിനാൽ യൂദയിലേക്ക് വരാൻ തന്നോട് ഉദ്ദേശിച്ച അധർമ്മികളോട് അവൻ അത്യന്തം ക്രൂരനായി. അവൻ വളരെ പേരെ വധിച്ചു. അനന്തരം സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചു. ഇക്കാര്യം മനസ്സിലാക്കിയ ജോനാഥൻ ബെക്കിദ്യോസിനെതിരെ സമാധാനം സ്ഥാപിക്കാനും തടവുകാരുടെ മോചനം സാധിക്കാനും അവന്റെ അടുത്തേക്ക് പ്രതിനിധികളെ അയച്ചു. അവൻ അത് സമ്മതിക്കുകയും ജോനാഥൻ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുകയും ചെയ്തു. താൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ജോനാഥനെ ഉപദ്രവിക്കില്ലെന്ന് അവൻ ശപഥം ചെയ്തു. യൂദാദേശത്ത് തടവുകാരെയാക്കി അവൻ തിരിച്ചേൽപ്പിച്ചു. അനന്തരം സ്വദേശത്തേക്ക് മടങ്ങി. പിന്നീട് ഒരിക്കലും അവൻ അവിടെ കാലുകുത്തിയില്ല. അങ്ങനെ ഇസ്രായേൽ യുദ്ധത്തിന് അറുതി വന്നു. ജോനാഥൻ മിക്മാഷിൽ താമസമാക്കി ജനത്തെ ഭരിച്ചു തുടങ്ങി. ഇസ്രായേൽ ഉണ്ടാകുന്ന അധർമ്മികളെല്ലാം
എല്ലാം അവൻ നശിപ്പിച്ചു. അധ്യായം 10. ദാംപ്രിയോസും ജോനാഥനും 160 ആണ്ടിൽ അന്ത്യോക്കോസിന്റെ പുത്രൻ അലക്സാണ്ടർ ഫെഫിനോസ് വന്ന് ടോളമിയാസ് കൈവശപ്പെടുത്തി. അവർ വന്ന് സ്വാഗതമരളി അവൻ ഭരണം തുടങ്ങി. ദെമിത്രിയോസ് രാജാവ് ഇത് കേട്ട് വലിയൊരു സൈന്യവുമായി അവനെതിരെ വന്നു. ദെമിത്രിയോസ് ജോനാഥിനെ പ്രശംസിച്ചുകൊണ്ട് സൗഹൃദപരമായ ഒരു കത്തയച്ചു. അവൻ ഇങ്ങനെ വിചാരിച്ചു, ജോനാഥൻ നമുക്കെതിരെ അലക്സാണ്ടറുമായി സഖ്യത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം അവനുമായി സഖ്യം ചെയ്യാം. അവനോട്, അവന്റെ സഹോദരന്മാരോടും രാജ്യത്തോടും നമ്മൾ ചെയ്ത ദ്രോഹങ്ങളെല്ലാം അവൻ ഓർക്കുന്നുണ്ടാവും. സൈന്യശേഖരം നടത്താനും അവരെ ആയുധ സജ്ജരാക്കാനും തന്റെ സഖ്യ കക്ഷിയാക്കാനും ദെമിത്രിയോസ് ജോനാഥിന് അധികാരം നൽകി. കോട്ടയ്ക്കുള്ളിൽ ജാമ്യത്തിൽ കഴിഞ്ഞവരെ വിട്ടുകൊടുക്കാൻ ദെമിത്രിയോസ് ആജ്ഞാപിച്ചു. ജോനാഥൻ ജെറുസലേമിലെത്തിയ സകല ജനങ്ങളും കോട്ടയിലെ ആളുകളും കേൾക്കെ ദെമിത്രിയോസിന്റെ കത്ത് വായിച്ചു. സൈന്യശേഖരം നടത്താൻ രാജാവ് അവനെ അധികാരം നൽകിയെന്നും ഇത് കേട്ടപ്പോൾ അവർ അത്യധികം ഭയപ്പെട്ടു. എങ്കിലും കോട്ടയിലുണ്ടായിരുന്നവർ ജാമ്യക്കാരെ ജോനാഥന് വിട്ടുകൊടുത്തു. അവൻ അവരെ അവരുടെ മാതാപിതാക്കൾക്കും ഏൽപ്പിച്ചു കൊടുത്തു. ജോനാഥൻ ജെറുസലേമിൽ താമസിച്ചുകൊണ്ട് നഗരത്തിന്റെ പണിയും പുനരുദ്ധാനവും ആരംഭിച്ചു. മതിലുകളും പണിയാനും സിയോൻ മലയിലേക്ക് ചുറ്റും ചതുരക്കല്ലുകൾ കൊണ്ട് കോട്ട കെട്ടി അതിനെ കൂടുതൽ ബലവത്താക്കാനും അവൻ ജോലിക്കാർക്ക് നിർദ്ദേശം നൽകി. അവർ അങ്ങനെ ചെയ്തു. ബെക്കദേമസ് നിർമ്മിച്ച കോട്ടകളിൽ ഉണ്ടായിരുന്ന വിദേശീയർ പലായനം ചെയ്തു. ഓരോരുത്തരും താന്താങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങി. ബെത്ലേമോസ് മാത്രം കുറെ പേർ വെൽസോറിൽ മാത്രം കുറെ പേർ തങ്ങി. നിയമവും പ്രമാണങ്ങളും പരിധിച്ചായിരുന്നവർ അവിടെ അവർക്ക് അഭയസങ്കേതമായി തീർന്നു. ജോനാഥൻ പ്രധാന പുരോഹിതൻ. ദെമിത്രിയോസ് ജോനാഥിന് നൽകിയ വാഗ്ദാനങ്ങളെ കുറിച്ച് അലക്സാണ്ടർ രാജാവ് കേട്ടു. ജോനാഥനും സഹോദരന്മാരും കൂടി നടത്തിയ യുദ്ധങ്ങളെയും ചെയ്ത ധീരകൃത്യങ്ങളെ സഹിച്ച കഷ്ടപ്പാടുകളെ കുറിച്ച് അവൻ ജനങ്ങളിൽ നിന്ന് അറിഞ്ഞു. അവൻ പറഞ്ഞു, ഇവനെ പോലെ മറ്റൊരുവനെ കണ്ടുകിട്ടുമോ? നമുക്ക് ഇവനെ മിത്രമാക്കി അവനുമായി സഖ്യം ചെയ്യാം. അവൻ ജോനാഥിന് ഇപ്രകാരം ഒരു കത്തെഴുതി. സഹോദരൻ ജോനാഥിന് അലക്സാണ്ടർ രാജാവിൽ നിന്ന് അഭിവാദനങ്ങൾ. നീ ശക്തനായ പോരാളിയും സ്നേഹിതനാകാൻ യോഗ്യനുമാണെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. അതിനാൽ നിന്റെ ജനത്തിന്റെ പ്രധാന പുരോഹിതനായി ഇന്ന് ഞാൻ നിയമിച്ചിരിക്കുന്നു. നിന്റെ രാജാവിന്റെ സുഹൃത്തായി നീ രാജാവിന്റെ സുഹൃത്തായി അറിയപ്പെടണം. നീ എന്റെ പക്ഷത്ത് നിലകൊള്ളുകയും എന്നോട് മൈത്രി പുലർത്തുകയും വേണം. രാജാവ് അവന് ചെമ്മന്ന മേലങ്കിയും സ്വർണ്ണ കിരീടവും അയച്ചു കൊടുത്തു. 160 ആണ്ട് 7-ാം മാസം കൂടാരത്തിൽ നാളുകൾ ജോനാഥൻ വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞു. അവൻ സൈന്യശേഖരം നടത്തി വൻതോതിൽ ആയുധവും സജ്ജീകരിച്ചു. ദെമിത്രിയോസിന്റെ വാഗ്ദാനം. ഇത് കേട്ടപ്പോൾ ദെമിത്രിയോസ് ദുഃഖിതനായി പറഞ്ഞു, നമ്മൾ എന്തുകൊണ്ട് ഇത് അനുവദിച്ചു? തന്നെ പ്രബലനാക്കാൻ യഹൂദരുമായി മൈത്രി സ്ഥാപിക്കുന്നതിൽ അലക്സാണ്ടർ നമ്മെ മറന്നിരിക്കുന്നു. എനിക്ക് അവരുടെ സഹായം ലഭിക്കുന്നതിന് ബഹുമതികളും സമ്മാനങ്ങളും വാഗ്ദാനങ്ങളും ചെയ്തുകൊണ്ട് ഞാൻ അവർക്ക് കൃത്യമായ സന്ദേശം അയക്കും. അതനുസരിച്ച് അവർക്ക് ഇങ്ങനെ എഴുതി. യഹൂദ ജനതയിൽ ദെമിത്രിയോസ് രാജാവിന്റെ അഭിവാദനങ്ങൾ. നിങ്ങൾ ഞങ്ങളോടുള്ള കരാർ പാലിക്കുന്നുവെന്നും മൈത്രി ബന്ധം തുടർന്നുവെന്നും ഞങ്ങളുടെ ശത്രുക്കളുമായി കൂട്ടുചേർന്നിട്ടില്ലെന്നും അറിയുന്നതിനാൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. മേലിലും ഞങ്ങളുടെ വിശ്വസ്തരായിരിക്കുവിൻ. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്നതെല്ലാം ഞങ്ങൾ നല്ല പ്രതിഫലം നൽകുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് ധാരാളം ഇളവുകൾ അനുവദിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും ചെയ്യുന്നതാണ്. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ സ്വതന്ത്രരാക്കുകയും സർവ യഹൂദരെയും കപ്പത്തിലും ഉപ്പ് നികുതിയിൽ നിന്നും കിരീട നികുതിയിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തിരിക്കുന്നു. എനിക്ക് ലഭിക്കേണ്ട ധാന്യങ്ങളുടെ 1/3 ഫലങ്ങളുടെ പകുതിയും ഇനി മുതൽ നിങ്ങൾ ഈടാക്കുന്നതല്ല. യൂദാദേശത്തു നിന്നോ സമീരോ ഗലീലി എന്ന ദേശങ്ങളിൽ നിന്നോ ഇന്നു മുതൽ ഒരിക്കലും ഞാൻ അവ പിരിക്കുകയില്ല. ജെറുസലേമും പരിസരങ്ങളിലും ജെറുസലേമിലുള്ള ദശാംശങ്ങളും വരുമാനങ്ങളും വിശുദ്ധവും നികുതിരഹിതവുമായി ഇരിക്കട്ടെ.
ജെറുസലേമിലെ കോട്ടയിന്മേൽ എനിക്കുള്ള നിയന്ത്രണാധികാരം ഞാൻ ഉപേക്ഷിക്കുകയും പ്രധാന പുരോഹിതന് വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു. അവൻ സ്വന്തം ഇഷ്ടം പോലെ അവിടെ കാവൽ ഏർപ്പെടുത്തിക്കൊള്ളട്ടെ. യൂദാദേശത്ത് നിന്ന് ബന്ധസ്ഥരാക്കി എന്റെ രാജ്യത്തെ എവിടെയെങ്കിലും പാർപ്പിച്ചിട്ടുള്ള എല്ലാ യഹൂദരെയും മോചന ദ്രവ്യം കൂടാതെ ഞാൻ അവരെ സ്വതന്ത്രരാക്കുന്നു. അവരുടെ കന്നുകാലികളുടെയും പേരിലുള്ള നികുതികളും ഒഴിവാക്കാൻ ഞാൻ രാജ്യസേവരോട് ഞാൻ നിഷ്കർഷിക്കുന്നു. എല്ലാ തിരുനാളിലും സാബത്തുകളിലും അമാവാസികളും മറ്റു വിശേഷ ദിവസങ്ങളും തിരുനാളിനും മുമ്പും പിൻപും 3 ദിവസങ്ങളിലും എന്റെ രാജ്യത്തിനുള്ള എല്ലാ യഹൂദർക്കും സ്വതന്ത്രപൂർവമായ ദിവസങ്ങളായിരിക്കും. അവരിൽ നിന്ന് എന്തെങ്കിലും ഈടാക്കുന്നതിനോ അവരിൽ ആരെയെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ ശല്യപ്പെടുത്തുന്നതിനും ആർക്കും അധികാരം ഉണ്ടായിരിക്കുകയില്ല. യഹൂദരിൽ 30,000 പേരെ രാജ്യസൈന്യത്തിൽ ചേർക്കുന്നതായിരിക്കും. രാജ്യസേനയ്ക്ക് അർഹമായ വേതനവും അവർക്ക് ലഭിക്കും. അവരിൽ കുറെ പേർക്ക് രാജാവിന്റെ പ്രധാന കോട്ടയിൽ സ്ഥാനം നൽകപ്പെടും. ചിലർക്ക് രാജ്യത്തെ വിശ്വസ്ത പദവികൾ ലഭിക്കും. അവരിൽ നിന്ന് തന്നെയായിരിക്കും അവർക്ക് അധിപന്മാരെയും നേതാക്കന്മാരെയും ലഭിക്കുക. യൂദാദേശത്തെ രാജാവ് കൽപ്പിച്ചതുപോലെ സ്വന്തം നിയമങ്ങൾ അനുസരിച്ച് അവർക്ക് ജീവിക്കാവുന്നതാണ്. സമരയിൽ നിന്നും യൂദായോട് ചേർന്ന് കീഴ്പ്പെട്ടുള്ള 3 പ്രവിശ്യകൾ ഏക ഭരണ കർത്താവിന് അധീനായിരിക്കും. പ്രധാന പുരോഹിതനല്ലാതെ മറ്റൊരു അധികാരി അവർക്കുണ്ടായിരിക്കുകയില്ല. ജെറുസലേം ദേവാലയത്തിന്റെ ചെലവുകൾക്കായി ടോളമയോസും അതിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശവും ഞാൻ പാരിതോഷികമായി നൽകുന്നു. സൗകര്യമുള്ള സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിത്തക്ക വിധം രാജഭണ്ഡാരത്തിൽ നിന്ന് പ്രതിവർഷം 10,000 ഷെക്കൽ വെള്ളി ഞാൻ അനുവദിക്കുന്നു. സഹായധനം നൽകുന്നതിൽ ഭരണാധികാരിക്ക് വരുത്തിയിട്ടുള്ള എല്ലാ കുടിശ്ശികകളും ആദ്യ കൊല്ലങ്ങളിലെ പതിവ് അനുസരിച്ച് ഇനി മുതൽ ദേവാലയ ശുശ്രൂഷയ്ക്കായി നൽകുന്നതാണ്. കൂടാതെ ദേവാലയ ശുശ്രൂഷയിൽ നിന്ന് എന്റെ സേവകർക്കും ആണ്ടുതോറും ലഭിച്ചിരുന്ന 5,000 ഷെക്കൽ വെള്ളി ഇതിനാൽ നിർത്തലാക്കിയിരിക്കുന്നു. ആ തുക ശുശ്രൂഷ ചെയ്യുവാനും ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാരുടെ വിവിധമാണ്. രാജാവിന് പണം കടപ്പെട്ടിരിക്കുന്നതിലോ മറ്റെന്തെങ്കിലും കടപ്പാടിനാലോ ജെറുസലേം ദേവാലയത്തിന്റെ അതിന്റെ പരിസരങ്ങളിലോ അഭയം തീർന്ന ഏതൊരുവനെയും ഞാൻ മോചിപ്പിക്കുകയും എന്റെ രാജ്യത്തിന് അവനുള്ള വസ്തുവകകൾ തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. വിശുദ്ധ മന്ദിരം പുതുക്കി പണിയുന്നതിനും കേടുപാടുകൾ തീർക്കുന്നതിനും വേണ്ടിയുള്ള ചെലവുകൾ മുഴുവൻ രാജഭണ്ഡാരത്തിൽ നിന്ന് വഹിക്കുന്നതാണ്. ജെറുസലേമിലെ മതിലുകൾ പുതുക്കി പണിയുന്നതിനും അതിന്റെ ചുറ്റുപാടുകൾ കൂടുതൽ സുരക്ഷിതമാക്കുന്നതിനും യൂദായിലെ കോട്ടകൾ വീണ്ടും നിർമ്മിക്കുന്നതിനും ആവശ്യമായ തുക രാജഭണ്ഡാരത്തിൽ നിന്ന് നൽകും. അലക്സാണ്ടറുമായ സഖ്യം. ജനങ്ങളും ഈ വാക്കുകൾ കേട്ടപ്പോൾ അത് സ്വീകരിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്തില്ല. കാരണം ദെമേത്രിയസ് ഇസ്രായേലിന്റെ മഹാപാതകങ്ങൾ പ്രവർത്തിച്ചതും അവൻ കഠിനമായി അവരെ പീഡിപ്പിച്ചതും അവൻ ഓർത്തു. സമാധാന സന്തുഷ്ടരായി ആദ്യം എത്തിയ അലക്സാണ്ടറിനോടായിരുന്നു അവർക്ക് പ്രതിപത്തി. അവന്റെ ജീവിതകാലം അത്രയും അവർ സഖ്യകക്ഷികളായി നിലകൊണ്ടു. അലക്സാണ്ടർ രാജാവ് വലിയൊരു സൈന്യത്തെ ശേഖരിച്ച് ദെമേത്രിയസിനെതിരെ പാളയമടിച്ചു. ഇരു രാജാക്കന്മാരെ ഏറ്റുമുട്ടി. ദെമേത്രിയസ് സൈന്യം പലായനം ചെയ്തു. അലക്സാണ്ടർ പിന്തുടർന്ന് അവരെ തോൽപ്പിച്ചു. സൂര്യാസ്തയം വരെ യുദ്ധം തുടർന്നു. ദെമേത്രിയസ് വധിക്കപ്പെട്ടു. അലക്സാണ്ടർ ഈജിപ്തിലെ രാജാവായ ടോളമിക് സ്ഥാനാപതികൾക്ക് മുഖേന ഈ സന്ദേശം അയച്ചു: ഞാൻ എന്റെ രാജ്യത്തിലേക്ക് മടങ്ങി വന്ന എന്റെ പിതാക്കന്മാരുടെ സിംഹാസനത്തിൽ ആരൂഢനാവുകയും ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു. ദെമേത്രിയസിനെ തോൽപ്പിച്ച് രാജ്യം ഞാൻ വീണ്ടെടുത്തിരിക്കുന്നു. ദെമേത്രിയസിന്റെയും അവന്റെ സേനയുടെയും യുദ്ധത്തിൽ തോൽപ്പിക്കുകയും ഞാൻ അവന്റെ സിംഹാസനം കൈവശപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. നമുക്ക് ഈ സൗഹൃദം സ്ഥാപിക്കാം. നിന്റെ മകളെ എനിക്ക് ഭാര്യ നൽകുക. ഞാൻ നിന്റെ ജാമാതാവ് ആയിരിക്കും. നിനക്കും അവൾക്കും ഞാൻ രാജവിധമായ സമ്മാനങ്ങൾ നൽകുന്നതാണ്. ടോൾമി രാജാവ് മറുപടി നൽകി: നിന്റെ പിതാക്കന്മാരുടെ നാട്ടിലേക്ക് മടങ്ങി വന്ന് നീ അവരുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി ദിവസം സന്തോഷകരം തന്നെ. നീ എഴുതിയതുപോലെ ഞാൻ പ്രവർത്തിക്കാം. നമുക്ക് പരസ്പരം കാണുന്നതിനും നീ ആവശ്യപ്പെട്ട അനുസരിച്ച് ഞാൻ നിന്റെ ശുശ്രൂഷനായിരിക്കുന്ന വേണ്ടി ടോളമേസിൽ വന്ന് എന്നെ കാണുക. ടോളമി തന്റെ
ഡോളമി തന്റെ മകൾ ക്ലെയ അത്രയും മൊത്ത ഈജിപ്തിൽ വന്ന 112 ആണ്ടിൽ ടോളമസിലെത്തി. അലക്സാണ്ടർ അവനെ സ്വീകരിച്ചു. ഡോളമി മകൾ ക്ലിയോപാത്രയെ അലക്സാണ്ടർ നൽകി. ഡോളമിയിൽ വെച്ച് രാജകീയ ആഡംബരങ്ങളുടെ വിവാഹം നടന്നു. തന്നെ വന്ന് കാണാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അലക്സാണ്ടർ രാജാവ് ജോനാഥന് കത്തെഴുതി. ജോനാഥൻ ആഡംബരത്തോടുള്ള ഡോളമസിലേക്ക് ചെന്നു. രാജാക്കന്മാർ രണ്ടുപേരെ സന്ദർശിച്ചു. അവൻ അവർക്ക് അവരുടെ സ്നേഹിതന്മാർക്ക് പൊന്നും വെള്ളിയുമായ ധാരാളം സമ്മാനങ്ങൾ നൽകി. അവൻ അവരുടെ പ്രീതിക്ക് പാത്രമായി. ഇസ്രായേലിലെ ദ്രോഹികളും അധർമ്മമായ ഒരു കൂട്ടം ആളുകൾ അവനെതിരെ ഒത്തുചേർന്നു അവനിൽ കുറ്റം ആരോപിച്ചു. എന്നാൽ അലക്സാണ്ടർ രാജാവ് അത് കണക്കിലെടുത്തില്ല. ജോനാഥന്റെ വസ്ത്രം മാറ്റി പകരം അവനെ വസ്ത്രങ്ങൾ ധരിപ്പിക്കാൻ രാജാവ് ആജ്ഞാപിച്ചു. അവൻ അപ്രകാരം ചെയ്തു. രാജാവ് അവനെ തനിക്കരികെ ഇരുത്തി തന്റെ സേവകരോട് പറഞ്ഞു, നിങ്ങൾ ജോനാഥനും മധ്യത്തിലേക്ക് പോകുവിൻ. ആരും ഒരു കാരണവശാലും അവനിൽ കുറ്റം ആരോപിക്കുകയോ അവന് ശല്യം ചെയ്യുകയോ പാടില്ലെന്ന് പ്രഖ്യാപിക്കുവിൻ. രാജവിളംബരമനുസരിച്ച് ജോനാഥൻ ബഹുമാനിയാണെന്നും അവൻ രാജവസ്ത്രം അണിഞ്ഞിരിക്കുന്നുവെന്നും കണ്ടപ്പോൾ അവനെതിരെ കുറ്റം ആരോപിച്ചവർ പലായനം ചെയ്തു. ഇങ്ങനെ രാജാവ് അവനെ ബഹുമാനിച്ചു. തന്റെ മുഖ്യ സുഹൃത്തുക്കളിൽ ഒരാളായി അവനെ കാണാനാക്കി. അവനെ ഒരു സേനാധിപനും പ്രവാസിയുമായ ഭരണാധികാരിയായി നിയമിക്കുകയും ചെയ്തു. സമാധാനത്തിനും സന്തോഷത്തിനും കൂടെ ജോനാഥൻ ജെറുസലേമിലേക്ക് മടങ്ങി. ദെമത്രിയോസിന്മേൽ വിജയം. 165 ആണ്ടിൽ ദെമത്രിയോസിന്റെ മകൻ ദെമത്രിയോസ് ക്രോധത്തിൽ നിന്നും തന്റെ പിതാക്കന്മാർ നാട്ടിലേക്ക് വന്നു. ഇതറിഞ്ഞ് അലക്സാണ്ടർ രാജാവ് അധികമായി ദുഃഖിച്ച് അന്ത്യോക്യയിലേക്ക് മടങ്ങി. ദെമത്രിയോസ് ദക്ഷിണ സിറിയയിലെ ഭരണാധിപനായിരുന്ന അപ്ലോലൂസിന്റെ തന്റെ സൈനികമായി നിയമിച്ചു. വലിയ ഒരു സൈന്യമായി അവൻ ജാമിനെതിരെ ആ പാളയമടിച്ചു. അനന്തരം പ്രധാന പുരോഹിതനായ ജോനാഥന് ഈ സന്ദേശം അയച്ചു: നീ ഒരാൾ മാത്രമാണ് എനിക്കെതിരെ നിലകൊള്ളുന്നത്. തന്മൂലം ഞാൻ എന്തിനും അപഹാസ്യമായി തീർന്നിരിക്കുന്നു. മലപ്രദേശങ്ങളിൽ ഞങ്ങൾക്കെതിരെ എന്തുകൊണ്ട് നീ അധികാരം പ്രയോഗിക്കുന്നു? നിന്റെ സേനാബലത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ സമതലത്തിലേക്ക് വരുക. അവിടെ വെച്ച് നമുക്ക് ബലപരീക്ഷണം നടത്താം. നഗരങ്ങളിലെ പിൻബലം എനിക്കുണ്ട്. ഞാൻ ആരാണെന്ന് എന്നെ സഹായിക്കുന്നവർ ആരൊക്കെയെന്ന് അന്വേഷിക്കുക. നിന്റെ പിതാക്കന്മാർ 2 പ്രാവശ്യം പലായനം ചെയ്യിപ്പിച്ച ഞങ്ങളെ ചേർത്ത് നിൽക്കാൻ നിനക്ക് സാധിക്കില്ലെന്ന് നീ അറിയും. കല്ലോ പാറയോ മറ്റു രക്ഷാമാർഗങ്ങളോ ഇല്ലാത്ത ഒരു സമതല പ്രദേശത്ത് എന്റെ അർദ്ധ സൈന്യത്തെയും വലിയ കാലാൽപ്പടയെയും ചേർത്ത് നിൽക്കാൻ നിനക്കാവില്ല. അപ്ലോണിയസിന്റെ ഈ വാക്ക് കേട്ടപ്പോൾ ജോനാഥൻ ഉത്തേജിതനായി. അവൻ 10,000 ആളുകളെ തിരഞ്ഞെടുത്ത് ജെറുസലേമിൽ നിന്ന് പുറപ്പെട്ടു. അവന്റെ സഹോദരൻ ശിമിയോനും സഹായത്തിന് എത്തിച്ചേർന്നു. ജോപ്പായുടെ മുൻവശത്ത് അവൻ പാളയം അടിച്ചു. അപ്ലോണിയസിന്റെ ഒരു സേനാ വിഭാഗം പട്ടണത്തിലുണ്ടായിരുന്നാൽ നഗരവാസികൾ കവാടങ്ങൾ അടച്ചു കളഞ്ഞു. ജോനാഥൻ അവർക്കെതിരെ പൊരുതി. സംഭീതരായ നഗരവാസികൾ കവാടങ്ങൾ തുറന്നു കൊടുത്തു. ജോനാഥൻ അങ്ങനെ ജോപ്പ കൈവശപ്പെടുത്തി. അപ്ലോണിയോസ് ഇതറിഞ്ഞപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട 3000 കുതിരപ്പടയാളികളെയും വലിയൊരു കാലാൽപ്പടയെയും ശേഖരിച്ച് അസ്തോസ് കടന്ന് പോകണമെന്ന് അങ്ങനെ ചെന്നു. അതേസമയം അസംഖ്യമായ തന്റെ അസൈന്യത്തിന്റെ വിശ്വാസം അർപ്പിച്ച് അവൻ സമതലത്തിലേക്ക് മുന്നേറി. അവനെ പിന്തുടർന്ന ജോനാഥൻ അസ്തോസിലെത്തി. അവിടെ വെച്ച് സൈന്യങ്ങൾ ഏറ്റുമുട്ടി. എന്നാൽ അപ്ലോണിയോസ് 1000 കുതിരപ്പടയാളികളെ അവർക്ക് പിന്നിൽ ഒളിപ്പിച്ചിരുന്നു. തനിക്ക് പിന്നിൽ ഒരു കെണിയുണ്ടെന്ന് ജോനാഥൻ മനസ്സിലാക്കി. പതിയിരുന്നവർ അവന്റെ സൈന്യത്തെ വളഞ്ഞു.
പ്രഭാതം മുതൽ പ്രദോഷം വരെ ശരവർഷം നടത്തി. എങ്കിലും ജോനാഥൻ ആജ്ഞ അനുസരിച്ച് അവർ അചഞ്ചലരായി നിലകൊണ്ടു. ഒടുവിൽ ശത്രുവിന്റെ കുതിരകൾ തളർന്നു. തത്സമയം ശിമെയോൻ സൈന്യവുമായി മുന്നോട്ട് ചെന്ന് കാലാൽ പട ആക്രമിച്ചു. സൈന്യം തളർന്നിരുന്നു. അവൻ അവരെ നിശേഷം തോൽപ്പിച്ചോടിച്ചു. സമതലത്തിൽ ചിതറിപ്പോയ സൈന്യം അസ്വസ്ഥത്തിലേക്ക് ഓടി. അവർ വിഗ്രഹാലയമായ ബേത്ഖോരയിൽ അഭയം തേടി. ജോനാഥൻ അസ്തോസും ചുറ്റുമുള്ള നഗരങ്ങളിലും അഗ്നിക്ക് ഇരയാക്കി. അവരെ കൊള്ളയടിച്ചു. ദഖോറിന്റെയും കഷത്തിന്റെയും അതിൽ അഭയം തേടിയുന്നവരെയും ചുട്ടുകരിച്ചു. വാളിന് ഇരയായവരിൽ തീയിൽ വെന്തു മരിച്ചു വരും കൂടി ഏകദേശം 8000 പേർ വരും. ജോനാഥൻ അവിടെ നിന്ന് പുറപ്പെട്ട അക്ലോനസിനെതിരെ പാളയം പിടിച്ചു. നഗരവാസികൾ പുറത്തു വന്ന് അവനെ രാജോചിതമായി സ്വീകരിച്ചു. കൈയടക്കിയ സമ്പാദ്യങ്ങളുമായി ജോനാഥൻ കൂട്ടരും ജെറുസലേമിലേക്ക് മടങ്ങി. ഇതറിഞ്ഞപ്പോൾ അബ്സാല രാജാവ് ജോനാഥനെ പൂർവാധികം ബഹുമാനിച്ചു. രാജകുടുംബങ്ങൾക്ക് മാത്രം നൽകാറുള്ള സ്വർണം കൊടുത്ത് രാജാവ് അവന് അയച്ചു കൊടുത്തു. കൂടാതെ എക്രോണും പരിസര പ്രദേശങ്ങളും അവന് വിട്ടുകൊടുത്തു. ഞാൻ വായിച്ചോളാം. 11-ാം അധ്യായം. ഈജിപ്ത് രാജാവ് കടൽ തീരത്തെ മണൽത്തിരി പോലെ അസംഖ്യം പടയാളികളെ ശേഖരിച്ചു. അനേകം കപ്പലുകൾ ഒരുക്കി. തന്ത്രപൂർവ്വം അലക്സാണ്ടറിന്റെ സാമ്രാജ്യം തട്ടിയെടുത്ത് തന്റേതിനോട് ചേർക്കാൻ അവൻ ഉദ്യമിച്ചു. സമാധാന വചസ്സുകളുമായി അവൻ സിറിയയിലേക്ക് പുറപ്പെട്ടു. അലക്സാണ്ടർ രാജാവിന്റെ ആജ്ഞ അനുസരിച്ച് ശ്വശുരനെ സ്വീകരിക്കാൻ കവാടങ്ങൾ തുറന്ന് ജനങ്ങൾ നഗരങ്ങളിൽ നിന്ന് പുറത്തു വന്നു. എന്നാൽ താൻ പ്രവേശിച്ച ഓരോ നഗരത്തിലും ടോളമി ഓരോ കാവൽ സേനയെ നിർത്തി. അവൻ അസോത്തൂസിനെ സമീപിച്ചപ്പോൾ അഗ്നിക്കരയായ ദാഗോൺ ക്ഷേത്രവും നശിപ്പിക്കപ്പെട്ട അസോത്തൂസും ഉപനഗരങ്ങളും ചിതറിക്കപ്പെട്ട ശരീരങ്ങളും ജോനാഥൻ യുദ്ധത്തിൽ ദഹിപ്പിച്ചവരുടെ കരിഞ്ഞ ജഡങ്ങളും അവന് കാണിച്ചു കൊടുത്തു. അവൻ പോകേണ്ട വഴിയിൽ ശവശരീരങ്ങൾ കൊന്നുകൂടിയിരുന്നു. ജോനാഥനിൽ കുറ്റമാരോപിക്കേണ്ടതിന് അവന്റെ ചെയ്തികളെല്ലാം അവർ രാജാവിനോട് വിവരിച്ചു. രാജാവും അവനും ദീക്ഷിച്ചതേയുള്ളൂ. ജോപ്പായിൽ വെച്ച് രാജോചിതമായ സ്വീകരണങ്ങൾ നൽകി ജോനാഥൻ രാജാവിനെ സ്വീകരിച്ചു. അവർ പരസ്പരം അഭിവാദനം ചെയ്യുകയും മധുരാത്രി അവിടെ ചിലവഴിക്കുകയും ചെയ്തു. എലവുതെരോസ് നദി വരെ രാജാവിനെ അനുയാതന ചെയ്തതിനു ശേഷം ജോനാഥൻ ജെറുസലേമിലേക്ക് തിരിച്ചു പോന്നു. സെലീക്യ വരെയുള്ള സമുദ്ര നഗരങ്ങളുടെ ഭരണാധികാരം ടോളമി രാജാവിന് ലഭിച്ചു. അവൻ അലക്സാണ്ടറിനെതിരെ ദുരാലോചനകൾ തുടർന്നു. ദൂതന്മാർ വഴി അവൻ ഡെമെത്രിയൂസ് രാജാവിനെ ഇപ്രകാരം അറിയിച്ചു: നമുക്ക് ഒരു ഉടമ്പടി ചെയ്യാം. അലക്സാണ്ടറിന്റെ ഭാര്യയായി നൽകിയ എന്റെ മകളെ നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തരാം. നിനക്ക് നിന്റെ പിതാവിന്റെ സാമ്രാജ്യത്തിൽ മേൽ ഭരണം നടത്തുകയും ആകാം. എന്റെ മകളെ അവന് ഭാര്യയായി നൽകിയതിൽ ഞാൻ ഇപ്പോൾ ഖേദിക്കുന്നു, കാരണം അവൻ എന്നെ വധിക്കാൻ ശ്രമിച്ചു. അലക്സാണ്ടറിന്റെ സാമ്രാജ്യം മോഹിച്ചിരുന്നതിനാൽ ടോളമി അവനെതിരെ കുറ്റാരോപണം നടത്തി. തന്റെ മകളെ അലക്സാണ്ടറിൽ തിരിച്ചെടുത്ത് അവൻ ഡെമെത്രിയൂസിന് നൽകി. അലക്സാണ്ടറുമായുള്ള സ്നേഹബന്ധം അവൻ വേർപ്പെടുത്തി. അവർ തമ്മിലുള്ള ശത്രുത പരസ്യമായി. ടോളമി അന്ത്യോക്യയിൽ പ്രവേശിച്ച് ഏഷ്യയുടെ കിരീടമണിഞ്ഞു. അങ്ങനെ അവൻ 2 രാജ്യങ്ങളുടെ ഈജിപ്തിന്റെയും ഏഷ്യയുടെ അധിപനായി. ആ സമയം കിലീക്കിയയിലുള്ള ജനങ്ങൾ ഒരു വിപ്ലവത്തിന് ഒരുമിട്ടതിനാൽ അലക്സാണ്ടർ രാജാവ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. വിവരങ്ങൾ അറിഞ്ഞ് അലക്സാണ്ടർ ടോളമിക്കെതിരെ പുറപ്പെട്ടു. ടോളമി അതിശക്തമായ സൈന്യത്തോടെ വന്ന് അവനെ തോൽപ്പിച്ചോടിച്ചു. പലായനം ചെയ്ത അലക്സാണ്ടർ അറേബ്യയിൽ അഭയം പ്രാപിച്ചു. അറേബ്യനായ സബ്ദിയേൽ അലക്സാണ്ടറിന്റെ ശിരസ് ചതിച്ച് ടോളമിക്ക് അയച്ചു കൊടുത്തു. എന്നാൽ 3 ദിവസങ്ങൾക്ക് ശേഷം ടോളമി രാജാവ് മരണമടഞ്ഞു. കോട്ടകളുണ്ടായിരുന്ന അവന്റെ സേന മുഴുവനും തദ്ദേശവാസികളാൽ കൊല്ലപ്പെട്ടു. അങ്ങനെ 127-ാം ആണ്ടിൽ ഡെമെത്രിയൂസ് രാജാവായി. ജോനാഥനും ഡെമെത്രിയൂസും തമ്മിൽ സഖ്യം. ജെറുസലേമിലെ കോട്ട പിടിച്ചടക്കുന്നതിന് വേണ്ടി യൂദായിലുള്ള ജനങ്ങളെ മുഴുവൻ ജോനാഥൻ വിളിച്ചുകൂട്ടി. അതിനെതിരെ പ്രയോഗിക്കാൻ പല യുദ്ധോപകരണങ്ങളും അവൻ നിർമ്മിച്ചു. സ്വന്തം ജനത്തെ തന്നെ വെറുത്തിരുന്ന ചില അധർമ്മികൾ ചെന്ന് ജോനാഥൻ വലിയൊരു സൈന്യസന്നാഹത്തോടെ കോട്ട ആക്രമിക്കുന്ന വിവരം രാജാവിനെ ധരിപ്പിച്ചു. ഇത് കേട്ട് അവൻ രോഷാകുലനായി. ഉടനെ തന്നെ ടോളമിയോസിലേക്ക് വന്നു. ദുർഗാക്രമണം തുടരുതെന്നും സംഭാഷണത്തിനായി എത്രയും വേഗം ടോളമിയോസിൽ വന്ന് തന്നെ കാണണമെന്നും ജോനാഥൻ എഴുതി. ഇതറിഞ്ഞപ്പോൾ ദുർഗാക്രമണം തുടരാനാണ് ജോനാഥൻ ആക്രമിച്ചത്. ഇസ്രായേലിലെ ഏതാനും പുരോഹിതന്മാരെയും ശ്രേഷ്ഠന്മാരെയും തിരഞ്ഞെടുത്ത് ആപത്തിനെ നേരിടാൻ അവൻ തീരുമാനിച്ചു. സ്വർണവും വെള്ളിയും തുണിത്തരങ്ങളും മറ്റു നിരവധി സമ്മാനങ്ങളുമായി അവർ ടോളമിയാസിൽ രാജാവിന്റെ അടുക്കൽ വന്നു. അവൻ രാജപ്രീതിക്ക് പ്രാപ്തമായി. സ്വജനത്തിൽപ്പെട്ട ചില ധർമ്മികൾ അവനെതിരെ പരാതി പറഞ്ഞു. എങ്കിലും രാജാവ് തന്റെ പിൻഗാമികളെ പോലെ അവനോട് പ്രവർത്തിക്കുകയും ശത്രുക്കളുടെ മുന്നിൽ വെച്ച് അവനെ ആദരിക്കുകയും ചെയ്തു. രാജാവ് അവന്റെ പ്രധാന പുരോഹിത സ്ഥാനവും മുൻപുണ്ടായിരുന്ന മറ്റു ബഹുമതികളും സ്വീകരിക്കുകയും
അവനെ തന്റെ പ്രമുഖ സ്നേഹിതന്മാരിൽ ഒരുവനായി പരിഗണിക്കുകയും ചെയ്തു. യൂദായെയും സമരിയായിലെ 3 പ്രവശ്യങ്ങളെയും കപ്പത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് അപ്പോൾ ജോനാഥൻ രാജാവിനോട് അഭ്യർത്ഥിച്ചു. പകരം 300 താലന്ത് അവൻ വാഗ്ദാനം ചെയ്തു. രാജാവ് അത് സമ്മതിച്ചു. അതിനെക്കുറിച്ച് രാജാവ് ജോനാഥൻ എഴുതിയതിന്റെ ഉള്ളടക്കം ഇതായിരുന്നു: സഹോദരനായ ജോനാഥനും യഹൂദ ജനതയ്ക്കും ദെമേത്രിയൂസ് രാജാവിന്റെ അഭിവാദനം. നിങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ബന്ധുവായ ലാസനസിന് ഞാൻ എഴുതിയ കത്തിന്റെ ഉള്ളടക്കം ഗ്രഹിപ്പിക്കേണ്ടതിന് അതിന്റെ പകർപ്പ് നിങ്ങൾക്ക് അയക്കുന്നു. പിതാവായ ലാസനസിന് ദെമേത്രിയൂസ് രാജാവിന്റെ അഭിവാദനം. ഞങ്ങളുടെ മിത്രങ്ങളും ഞങ്ങളോടുള്ള കടപ്പാട് നിർവഹിക്കുന്നവരുമായ യഹൂദ ജനത്തിന് അവർ കാണിച്ച സന്മനസ്സിനെ പ്രതി നന്മ ചെയ്യാൻ ഞങ്ങൾ ഉറച്ചിരിക്കുന്നു. യൂദയായും സമരിയായിൽ നിന്ന് യൂദയായോട് ചേർക്കപ്പെട്ട യൂദയായും സമരിയായിൽ നിന്ന് യൂദായോട് ചേർക്കപ്പെട്ട അഫേറോമോ, ലിദ്ദ, റഥാമിൻ എന്നീ പ്രദേശങ്ങളും അവയുടെ പ്രാന്തപ്രദേശങ്ങളും അവർക്ക് അവകാശപ്പെട്ടതാണെന്ന് ഞങ്ങൾ തീർപ്പ് കൽപ്പിക്കുന്നു. ജെറുസലേമിൽ ബലിയർപ്പിക്കേണ്ടവർക്ക് മുൻകാലങ്ങളിൽ ആണ്ടുതോറും ധാന്യങ്ങളിൽ നിന്നും വൃക്ഷഫലങ്ങളിൽ നിന്നും ഈടാക്കിയിരുന്ന രാജകീയ നീതി ഞങ്ങൾ ഇളവ് ചെയ്തു കൊടുക്കുന്നു. കൂടാതെ ദശാംശം, കപ്പം, ഉപ്പളങ്ങളിൽ മേലുള്ള ഭോഗങ്ങൾ, കിരീട നികുതി എന്നീ ഇനങ്ങളിൽ ഞങ്ങൾക്ക് ലഭിക്കേണ്ട വിഹിതവും ഞങ്ങൾ ഇളവ് ചെയ്യുന്നു. ഈ ആനുകൂല്യങ്ങളിൽ ഒന്നും മേലിൽ നീക്കം ചെയ്യപ്പെടുകയില്ല. അതിനാൽ ഇതിന്റെ ഒരു പകർപ്പെടുക്കാൻ ശ്രദ്ധിക്കുക. അത് ജോനാഥന് നൽകുകയും അവൻ വിശുദ്ധഗിരിയിൽ ശ്രദ്ധേയമായ ഒരിടത്ത് അത് സ്ഥാപിക്കുകയും ചെയ്യട്ടെ. തന്റെ ഭരണത്തിൽ രാജ്യം ശാന്തമാണെന്നും തന്നോട് ആർക്കും എതിർപ്പില്ലെന്നും കണ്ട ദെമേത്രിയൂസ് രാജാവ് വിജാതീയ ദ്വീപുകളിൽ നിന്ന് ശേഖരിച്ച ദേശീയ സൈന്യം ഒഴികെ മറ്റു സേനാ വിഭാഗങ്ങളെ അവരവരുടെ നാടുകളിലേക്ക് പിരിച്ചുവിട്ടു. തന്മൂലം അവന്റെ പിതാക്കന്മാരെ സേവിച്ചു പോന്ന പടയാളികൾ അവനെ വെറുത്തു. മുൻകാലത്ത് അലക്സാണ്ട്രിയ തുണച്ചിരുന്ന ഒരുവനാണ് ട്രിഫ. സൈന്യം മുഴുവനും ദെമേത്രിയൂസിനെതിരെ പ്രവർത്തിക്കുന്നുവെന്ന് കണ്ട അവൻ അലക്സാണ്ടറിന്റെ കൊച്ചുമകൻ അന്ത്യോക്കസിനെ വളർത്തിയിരുന്ന അറബിയായ ഇമാൽക്കുവയുടെ അടുത്തിരുന്നു. പിതാവിന്റെ സ്ഥാനത്ത് രാജാവാകേണ്ടതിന് അന്ത്യോക്കസിനെ വിട്ടുതരണമെന്ന് ട്രിഫോ നിർബന്ധിച്ചു. ദെമേത്രിയൂസിന്റെ ചെയ്തികളെ കുറിച്ചും അവനെ സ്വന്തം സേനകളെ വെറുക്കുന്നതിനെ കുറിച്ചും ഇമാൽക്കുവയെ വിശദീകരിച്ചു കൊടുത്തു. കുറെ ദിവസം അവൻ അവിടെ താമസിക്കുകയും ചെയ്തു. ജെറുസലേം കോട്ടയിലും മറ്റു ശക്തി ദുർഗങ്ങളിലുമുള്ള എല്ലാ സേനാനികളെ ഇസ്രായേലിനെതിരെ പടപൊരുതുക, കാരണം അവിടെ നിന്ന് ബഹിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജോനാഥൻ ദെമേത്രിയൂസ് രാജാവിന് അഭ്യർത്ഥന അയച്ചു. ദെമേത്രിയൂസ് ജോനാഥനെ ഈ സന്ദേശം അയച്ചു: നിനക്കും ജനത്തിനു വേണ്ടി ഇത് ചെയ്യുക മാത്രമല്ല, സന്ദർഭം ഉണ്ടായാൽ വലിയ വലിയ ബഹുമതികൾ നൽകാനും ഞാൻ തയ്യാറാണ്. സേനകൾ എന്നോട് വിധേയത്വം പുലർത്തായിയാൽ എന്നെ സഹായിക്കാൻ കുറെ പേരെ അയച്ചു തന്നാൽ കൊള്ളാം. അതനുസരിച്ച് 3000-ഓളം വീരയോദ്ധാക്കളെ ജോനാഥൻ അന്ത്യോക്യയിൽ അയച്ചു. അവർ അടുത്തെത്തിയപ്പോൾ അവരുടെ ആഗമനത്തിൽ രാജാവ് അത്യന്തമായി സന്തോഷിച്ചു. രാജാവിനെ കൊല്ലുക എന്ന ലക്ഷ്യത്തോടെ 1,20,000-ഓളം വരുന്ന നഗരവാസികൾ നഗരത്തിൽ ഒന്നിച്ചുകൂടി. രാജാവ് കൊട്ടാരത്തിൽ അഭയം പ്രാപിച്ചു. നഗരത്തിലെ പ്രധാന നിരത്തുകൾ കയ്യേറി നഗരവാസികൾ യുദ്ധം തുടങ്ങി. രാജാവ് യഹൂദരെ സഹായത്തിന് വിളിച്ചു. അവർ ഓടിയെത്തി നഗരത്തിലെങ്ങും നിരന്നു. 1,00,000-ഓളം പേരെ അന്ന് തന്നെ കൊണ്ടുനടുക്കി. അവർ നഗരത്തെ അഗ്നിക്കിരയാക്കി ധാരാളം കൊള്ള വസ്തുക്കൾ കൈക്കലാക്കി. അങ്ങനെ രാജാവിനെ രക്ഷിച്ചു. യഹൂദർ നഗരം കൈയടക്കുകയും യഥേഷ്ടം അതിന്മേൽ ആധിപത്യം പുലർത്തുകയും ചെയ്യുന്നത് കണ്ട് നഗരവാസികൾ അസ്തധൈര്യരായി രാജ്യസന്നിധിയിൽ ഇങ്ങനെ കേണപേക്ഷിച്ചു: ഞങ്ങൾക്ക് സമാധാനം നൽകണമേ, ഞങ്ങൾക്ക് നഗരത്തിനെതിരെയുള്ള യുദ്ധത്തിൽ നിന്ന് യഹൂദരെ പിന്തിരിപ്പിക്കണമേ. അവർ ആയുധം ഉപേക്ഷിച്ച് സമാധാനോടുപടിയിൽ ഏർപ്പെട്ടു. രാജാവിന്റെയും ജനത്തിന്റെയും മുമ്പിൽ യഹൂദർ ഏറെ ബഹുമാന്യരായി. ധാരാളം കൊള്ളവസ്തുക്കളുമായി അവർ ജെറുസലേമിലേക്ക് മടങ്ങി. ദെമേത്രിയൂസ് രാജാവ് സിംഹാസനത്തിൽ തുടർന്നു. അവന്റെ ഭരണത്തിന് കീഴിൽ ദേശത്ത് സമാധാനം നിലനിന്നു. ദെമേത്രിയൂസിനെതിരെ എന്നാൽ അവൻ തന്റെ വാഗ്ദാനങ്ങളെല്ലാം ലംഘിച്ചു. ജോനാഥനിൽ നിന്ന് അകന്നു. ജോനാഥൻ ചെയ്ത ഉപകാരങ്ങൾക്ക് പ്രത്യുപകാരം ചെയ്തില്ലെന്ന് മാത്രമല്ല, അവനെ വളരെയേറെ ദ്രോഹിക്കുകയും ചെയ്തു. ബാലനായ അന്ത്യോക്കസുമായി ട്രിഫോ തിരിച്ചെത്തി. അന്ത്യോക്കസ് കിരീടം ധരിച്ചു ഭരണം ആരംഭിച്ചു. ദെമേത്രിയൂസ് പിരിച്ചുവിട്ട സേനകൾ അവന്റെ പക്ഷം ചേർന്നു. ദെമേത്രിയൂസിനെതിരെ പൊരുതി. ദെമേത്രിയൂസ് പരാജിതനായി പലായനം ചെയ്തു. ട്രിഫോ ആനകളെ കൈകൊടുക്കുകയും അന്ത്യോക്യ തന്റെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു. യുവരാജാവായ അന്ത്യോക്കസ് ജോനാഥൻ ഇപ്രകാരം എഴുതി: പ്രധാന പുരോഹിതനായി ഞാൻ എന്നെ സ്ഥിരീകരിക്കുകയും 4 പ്രവിശ്യകളുടെ ആധിപത്യം ഏൽപ്പിക്കുകയും ചെയ്യുന്നു. രാജാവ് അവനൊരു തുടർന്നും തളികയും മറ്റു ഭോജനോപകരണങ്ങളും കൊടുത്തയച്ചു. സുവർണ ചഷകങ്ങളിൽ നിന്ന് പാനം ചെയ്യാനും രാജവസ്ത്രവും സ്വർണ്ണക്കൊളുത്തും ധരിക്കാനുമുള്ള അവകാശവും നൽകി. ജോനാഥന്റെ സഹോദരനായ ശിമിയോനെ ടയറിലെ ലാദർ മുതൽ ഈജിപ്തിന്റെ അതിർത്തികൾ വരെയുള്ള പ്രദേശങ്ങളിൽ അധിപനാക്കുകയും ചെയ്തു. ജോനാഥൻ പുറപ്പെട്ടു. നദിക്കക്കരെയുള്ള ദേശത്തും തടകരകളിലും സഞ്ചരിച്ചു. സിറിയ സൈന്യം അവനോട് ചേർന്നു.
അസ്കലോണിൽ എത്തിയപ്പോൾ നഗരവാസികൾ അവനെ സ്വീകരിക്കുകയും ആദരങ്ങൾ അർപ്പിക്കുകയും ചെയ്തു. അവിടുന്ന് അവൻ ഗാസയിലേക്ക് പോയി. എന്നാൽ ഗാസാവാസികൾ അവനെതിരെ നരക കവാടങ്ങൾ അടച്ചു കളഞ്ഞു. അതിനാൽ അവൻ നഗരം വളയുകയും സമീപ പ്രദേശങ്ങൾ അഗ്നിക്കിരയാക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു. ഗാസ നിവാസികൾ ജോനാഥനോട് കേണപേക്ഷിക്കുകയും അവനവരുമായി സമാധാന ഉടമ്പടി സ്ഥാപിക്കുകയും ചെയ്തു. അവരുടെ ഭരണാധികാരന്മാരുടെ മക്കളെ ജാമ്യത്തടവുകാരായി പിടിച്ച് അവർ ജെറുസലേമിലേക്ക് അയച്ചു. ദമാസ്കസ് വരെ അവൻ രാജ്യത്തൊടുന്നോളം സഞ്ചരിച്ചു. തന്നെ അധികാരത്തിൽ നിന്ന് തുരത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് വലിയൊരു സൈന്യവുമായി ദെമേത്രിയൂസിന്റെ സേനകൾ ഗലീലയിലെ കാദശിലെത്തിയിട്ടുണ്ടെന്ന് ജോനാഥൻ കേട്ടു. സഹോദരനായ ശിമിയോനെ നാട്ടിൽ തന്നെ നിർത്തിയിട്ട് അവരെ നേരിടുന്നതിനായി അവർ പുറപ്പെട്ടു. ശിമിയോൻ ബേത്സൂറിന് മുമ്പിൽ പാളയമടിക്കുകയും അനേക ദിവസം അതിനെതിരെ പടപരുതിയും ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു. അവർ അപ്പോൾ സമാധാന ഉടമ്പടികൾക്കായി അപേക്ഷിക്കുകയും അവർ ഇതിന് സമ്മതിക്കുകയും ചെയ്തു. അവൻ അവിടെ നിന്ന് അവരെ പുറത്താക്കി നഗരം കൈവശപ്പെടുത്തുകയും ഒരു കാവൽ സൈന്യത്തെ അവിടെ ഏർപ്പെടുത്തുകയും ചെയ്തു. ഗിനേസ് തടാകത്തിനെതിരെ ജോനാഥനും സേനയും പാളയമടിച്ചു. അതിരാവിലെ തന്നെ അവർ ഹാസോർ സമുദ്രത്തിലേക്ക് തിരിച്ചു. അവിടെ വെച്ച് വിദേശ സൈന്യം അവരുമായി ഏറ്റുമുട്ടി. അവനെതിരെ മലകളിൽ അവർ കെണിയൊരുക്കിയിരുന്നു. അവർ അവനെ മുഖത്തോട് മുഖം എതിർത്തു. അപ്പോൾ പതിയിരുന്നവർ ഒളിസ്ഥലങ്ങളിൽ നിന്ന് വന്ന് യുദ്ധത്തിൽ ചേർന്നു. ജോനാഥനോടൊപ്പം ഉണ്ടായിരുന്നവരെല്ലാം പലായനം ചെയ്തു. അബ്ശലോമിന്റെ മകൻ മത്താത്തിയാസും കാൽപ്പിയുടെ മകൻ യൂദാസും ഒഴികെ ആരും അവശേഷിച്ചില്ല. ഇരുവരും സൈന്യാധിപന്മാരായിരുന്നു. ജോനാഥൻ വസ്ത്രം കീറി തലയിൽ പൂഴി വിരുതറി പ്രാർത്ഥിച്ചു. അവൻ മടങ്ങിച്ചെത്ത് ശത്രുവിനോട് യുദ്ധം ചെയ്ത് അവരെ തുരുത്തി അവൻ പലായനം ചെയ്തു. അവനെ വിട്ട് ഓടിപ്പോയവർ ഇത് കണ്ട് തിരിച്ചു വന്ന് അവരോട് ചേർന്നു. അവർ ശത്രുക്കളെ പിന്തുടർന്ന് കാദശിലുള്ള അവരുടെ പാളയത്തിലെത്തുകയും അവിടെ പാളയമടിക്കുകയും ചെയ്തു. വിദേശിയിൽ 3000 പേർ അന്ന് മരിച്ചു വീണു. അനന്തരം ജോനാഥൻ ജെറുസലമിലേക്ക് മടങ്ങി. സ്പാർട്ടയുമായുള്ള സഖ്യം. അധ്യായം 12. സമയം അനുകൂലമാണെന്ന് കണ്ട് ജോനാഥൻ റോമാക്കാരുമായുള്ള സൗഹൃദം ഉറപ്പിക്കുന്നതിനും നവീകരിക്കുന്നതിനും വേണ്ടി ഏതാനും പേരെ തെരഞ്ഞെടുത്ത് റോമയിലേക്ക് അയച്ചു. അതിനുവേണ്ടി തന്നെ സ്പാർട്ടയിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കും അവൻ സന്ദേശം അയച്ചു. അവർ റോമയിലെത്തി അവിടുത്തെ പ്രതിനിധി സഭയിൽ പ്രവേശിച്ചു പറഞ്ഞു: പ്രധാന പുരോഹിതനായ ജോനാഥനും യഹൂദ ജനതയും റോമാക്കാരുമായുള്ള മുൻ സൗഹൃദവും സഖ്യവും നവീകരിക്കുന്നതിന് ഞങ്ങളെ അയച്ചിരിക്കുന്നു. യൂദാദേശത്തേക്ക് സുരക്ഷിതരായി മടങ്ങിപ്പോകുന്നതിന് അവർക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്തു കൊടുക്കാൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിക്കൊണ്ടുള്ള കത്തുകൾ റോമാക്കാർ അവരെ ഏൽപ്പിച്ചു. ജോനാഥൻ സ്പാർട്ടക്കാർക്ക് എഴുതിയ കത്തിന്റെ പകർപ്പാണിത്. പ്രധാന പുരോഹിതനായ ജോനാഥനും രാജ്യത്തിലെ പ്രതിനിധി സഭയും പുരോഹിതന്മാരും മറ്റു യഹൂദരും സ്പാർട്ടയിലെ ഞങ്ങളുടെ സഹോദരർക്ക് അഭിവാദനം അർപ്പിക്കുന്നു. ഇതോടൊപ്പം അയക്കുന്ന പകർപ്പ് വ്യക്തമാക്കുന്നത് പോലെ നിങ്ങൾ ഞങ്ങളുടെ സഹോദരനാണെന്ന് പ്രസ്താവിച്ചുകൊണ്ട് നിങ്ങളുടെ രാജാവായ ആരിയൂസ് പ്രധാന പുരോഹിതനായ ഓനിയാസിന് മുമ്പ് ഒരു കത്ത് അയച്ചിരുന്നല്ലോ. ഓനിയാസ് ദൂതനെ ആദരപൂർവ്വം ആദരിക്കുകയും സഖ്യത്തിന്റെയും സൗഹൃദത്തിന്റെയും വ്യക്തമായ പ്രഖ്യാപനമടങ്ങുന്ന ആ കത്ത് കൈപ്പറ്റുകയും ചെയ്തു. ഞങ്ങളുടെ കൈവശമുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഞങ്ങൾക്ക് ആത്മധൈര്യം പകരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഇവയൊന്നും ആവശ്യമില്ലെങ്കിലും നിങ്ങളുമായുള്ള സഹോദരവും നവീകരിക്കുന്നതിന് ആളയക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. നിങ്ങൾ ഞങ്ങൾക്ക് കത്തയച്ചിട്ട് ഏറെ നാൾ കഴിഞ്ഞിരിക്കാൽ നാം തമ്മിൽ അകൽച്ച ഉണ്ടാകാതിരിക്കുന്നതിന് തന്നെ ഞങ്ങൾ നിങ്ങളെ ഓരോ അവസരത്തിലും തിരുനാളുകളിലും മറ്റു വിശേഷ ദിവസങ്ങളിലും ബലിയർപ്പണത്തിലും പ്രാർത്ഥനകളിലും നിരന്തരം അനുസ്മരിക്കുന്നു. സഹോദരരെ അനുസ്മരിക്കുക ഉചിതവും ന്യായവുമാണല്ലോ. നിങ്ങളുടെ മഹത്വത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കുന്നു. ഞങ്ങളാകട്ടെ ഏറെ പീഡനങ്ങളും യുദ്ധങ്ങളും വലയം ചെയ്തിരിക്കുന്നു. ചുറ്റുമുള്ള രാജാക്കന്മാർ ഞങ്ങൾക്കെതിരെ യുദ്ധത്തിന് വരികയും ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ മറ്റ് സഖ്യകക്ഷികളെയോ സുഹൃത്തുക്കളെയോ ഈ യുദ്ധങ്ങളുടെ പേരിൽ ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചില്ല. സ്വർഗത്തിൽ നിന്ന് വരുന്ന സഹായം ഞങ്ങൾക്കുണ്ട്. ശത്രുവിൽ നിന്ന് ഞങ്ങൾ രക്ഷ നേടി അവർ ലജ്ജിതരായി. റോമാക്കാരുമായുള്ള ഞങ്ങളുടെ മുൻ സൗഹൃദവും സഖ്യവും നവീകരിക്കുന്നതിന് അന്ത്യോക്യസിന്റെ മകൻ നുമേനിയോസിനെയും ജാസിന്റെ മകൻ അന്തിപാത്തറിനെയും ഞങ്ങൾ തിരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്നു. നിങ്ങളുടെ അടുത്ത് വന്ന് അഭിവാദനം അർപ്പിക്കുന്നതിനും നമ്മുടെ സഹോദരനെ നവീകരിക്കുന്നതിനും സംബന്ധിച്ച് ഈ കത്ത് നിങ്ങളെ ഏൽപ്പിക്കുന്നതിനും ഞങ്ങൾ അവരോട് നിർബന്ധിച്ചിട്ടുണ്ട്. ദയവായി ഞങ്ങൾക്ക് ഇതിന് മറുപടി തരുവേ. ഓനിയാസിന്റെ കത്തിന്റെ പകർപ്പ് ഇതാണ്. സ്പാർട്ടയിലെ രാജാവായ ആരിയൂസ് പ്രധാന പുരോഹിതനായ ഓനിയാസിന് മംഗളം നേരുന്നു. സ്പാർട്ടക്കാരും യഹൂദരും സഹോദരരാണെന്നും അബ്രാഹത്തിന്റെ വംശത്തിൽപ്പെട്ടവരാണെന്നും രേഖകളിൽ കാണുന്നു. ഇതറിഞ്ഞ സ്ഥിതിക്ക് നിങ്ങളുടെ ക്ഷേമം അറിയിച്ചാലും ഞങ്ങൾക്ക് എഴുതാനുള്ളത് ഇതാണ്: നിങ്ങളുടെ കന്നുകാലികളും വസ്തുവകകളും ഞങ്ങൾക്കുള്ളതാകുന്നു, ഞങ്ങൾക്കുള്ളതും നിങ്ങൾക്കുള്ളതും. ഈ വിവരം നിങ്ങളെ അറിയിക്കണമെന്ന് ദൂതന്മാരോട് ഞങ്ങൾ ആജ്ഞാപിച്ചിട്ടുണ്ട്. ദെമേത്രിയൂസിനെതിരെ യുദ്ധം. ദെമേത്രിയൂസിന്റെ സൈന്യാധിപന്മാർ മുൻപത്തേക്കാൾ വലിയൊരു സൈന്യവുമായി തനിക്കെതിരെ വീണ്ടും പടയ്ക്ക് വന്നിട്ടുണ്ടെന്ന് ജോനാഥൻ കേട്ടു. ജെറുസലേമിൽ നിന്ന് പുറപ്പെട്ട് ഹമാത്ത് പ്രദേശത്ത് വെച്ച് അവരുമായി ഏറ്റുമുട്ടി. തന്റെ രാജ്യം ആക്രമിക്കാൻ അവൻ അവർക്ക് അവസരം നൽകിയില്ല. അവൻ അവരുടെ പാളയങ്ങളിലേക്ക് ചാരന്മാരെ അയച്ചു.
രാത്രിയിൽ യഹൂദരുടെ മേൽ ചാടി വീഴാൻ ശത്രു ഒരുങ്ങി നിൽക്കുകയാണെന്ന് അവന് വിവരം നൽകി. സൂര്യാസ്തമയമായപ്പോൾ രാത്രി മുഴുവൻ യുദ്ധത്തിന് തയ്യാറായി ആയുധവും മേന്തി ജാഗരൂകതയോടെ നിൽക്കാൻ യോനാഥൻ തന്റെ സേനകളോട് ആജ്ഞാപിക്കുകയും പാളയത്തിന് ചുറ്റും സുരക്ഷിത സേന ഏർപ്പെടുത്തുകയും ചെയ്തു. യോനാഥനും സൈന്യവും യുദ്ധസജ്ജരാണെന്ന് കേട്ട് ശത്രുക്കൾ ഭയചകിതരും നഷ്ടധൈര്യരുമായി. പാളയത്തിൽ വിളക്ക് കൊളുത്തിയിട്ട് അവർ പിൻവാങ്ങി. വിളക്കുകൾ കത്തിക്കൊണ്ടിരിക്കുന്നത് കാണായിയാൽ യോനാഥനും സൈന്യവും നേരം പുലരുന്നവരെ ഇക്കാര്യം അറിഞ്ഞില്ല. യോനാഥൻ പിന്തുടർന്നുവെങ്കിലും അവർ എലുത്തേരൂസ് നദി കടന്നിരുന്നതിനാൽ അവനെ മറികടക്കാൻ കഴിഞ്ഞില്ല. യോനാഥൻ സപതിയർ എന്നറിയപ്പെട്ടിരുന്ന അറബികളെ ആക്രമിച്ചു കീഴടക്കുകയും അവരെ കൊള്ളടിക്കുകയും ചെയ്തു. പാളയം വിട്ട് അവൻ ദമാസ്കസിലെത്തുകയും ആ പ്രദേശത്തിലൂടെ മുന്നേറുകയും ചെയ്തു. ഷിമിയോൻ അസ്കലോണും അതിനടുത്തുള്ള ശക്തി കേന്ദ്രങ്ങളും വരെ രാജ്യത്തുടനീളം മുന്നേറി. അവൻ ജോപ്പായിൽ കടന്ന് ഓർക്കാപ്പുറത്ത് അധീനമാക്കി. ദമത്യൂസ് അയച്ചിരുന്ന സൈന്യത്തിന് കോട്ട വിട്ടുകൊടുക്കാൻ അവർ തയ്യാറായിരുന്നു എന്ന് അവർ കേട്ടു. അതിന്റെ സംരക്ഷണത്തിനായി ഒരു കാവൽ സേനയെ അവർ നിയോഗിച്ചു. ജെറുസലേം സുരക്ഷിതമാക്കുന്നു. യോനാഥൻ തിരിച്ചു വന്ന് ജനത്തിലെ ശ്രേഷ്ഠന്മാരെ വിളിച്ചുകൂട്ടി യൂദായിൽ ദുർഗങ്ങൾ നിർമ്മിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചു. ജെറുസലേമിന്റെ മതിലുകൾക്ക് ഉയരം കൂട്ടുക, സൈന്യത്തിന് ക്രയവിക്രയം നടക്കാനാകാത്ത വിധം നഗരത്തെ ഒറ്റപ്പെടുത്തുവാൻ അതിനും കോട്ടയ്ക്കും ഇടയിൽ ഉയർന്ന മതിൽ നിർമ്മിക്കുക എന്നിവയെ കുറിച്ചും അവർ ആലോചിച്ചു. നഗര നിർമ്മാണത്തിനായി അവർ ഒരുമിച്ച് കൂടി. കിഴക്കുവശത്തെ താഴ്വരയിൽ ഉണ്ടായിരുന്ന മതിലിന്റെ ഒരു ഭാഗം നിലംപതിച്ചിരുന്നു. കഫീനാഥ എന്നറിയപ്പെടുന്ന ആ ഭാഗം അവർ പുനരുദ്ധരിച്ചു. ഷിമയോൻ ഷെഫേലയിലെ അതീത നിർമ്മിച്ചു. ഓടാമ്പലുകളുള്ള വാതിലുകൾ വെച്ച് അതിനെ സുരക്ഷിതമാക്കി. യോനാഥൻ ശത്രുകരങ്ങളിൽ. ഏഷ്യയുടെ രാജാവായി കിരീടം ധരിക്കുന്നതിനും അന്ത്യോക്കസ് രാജാവിനെതിരെ കരമുയർത്തുന്നതിനും ട്രിഫോ ശ്രമിച്ചു. യോനാഥൻ അത് സമ്മതിക്കുകയില്ലെന്നും തനിക്കെതിരെ യുദ്ധത്തിന് വന്നേക്കുമെന്നും അവൻ ഭയപ്പെട്ടു. തന്മൂലം യോനാഥനെ പിടികൂടി വധിക്കുന്നതിന് അവസരം അന്വേഷിച്ച് അവർ സൈന്യവുമായി ബത്ഷാനിലെത്തി. സമർത്ഥനായ 40,000 യോദ്ധാക്കളുമായി അവനെ നേരിടാൻ യോനാഥൻ ബത്ഷാനിലെത്തി. വലിയൊരു സൈന്യവുമായാണ് അവൻ വരുന്നത് കണ്ട് ട്രിഫോ അവനെതിരെ കരമുയർത്താൻ ഭയപ്പെട്ടു. ട്രിഫോ ആദരപൂർവ്വം അവനെ സ്വീകരിക്കുകയും സുഹൃത്തുക്കളോട് അവനെ പറ്റി പ്രശംസിച്ച് പറയുകയും ചെയ്തു. അവന് സമ്മാനങ്ങൾ നൽകുകയും തന്നോടെന്ന പോലെ വിധേയത്വം പുലർത്താൻ സൈന്യത്തിനും സുഹൃത്തുക്കൾക്കും നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. അവൻ യോനാഥനോട് പറഞ്ഞു, ഞാൻ യുദ്ധത്തിൽ ഇല്ലാതിരിക്കെ ഈ ആളുകളെ നീ എന്തിനു ബുദ്ധിമുട്ടിച്ചു? ഏതാനും പേരെ നിന്നോടൊപ്പം നിർത്തിയിട്ട് മറ്റുള്ളവരെ അവരവരുടെ വീട്ടിലേക്ക് പറഞ്ഞേക്കുക. എന്നിട്ട് എന്നോടൊപ്പം ടോളാമിയസിലേക്ക് വരിക. ഞാൻ അതും മറ്റു ശക്തിദുർഗങ്ങളും ശേഷിക്കുന്ന സൈന്യത്തെയും ഉദ്യോഗസ്ഥന്മാരെ നിനക്ക് വിട്ടുതരാം. ഞാൻ തിരിച്ചു വീട്ടിലേക്ക് പോയിക്കൊള്ളാം. ഇക്കാര്യം സാധിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. യോനാഥൻ അവനെ വിശ്വസിച്ച് അവൻ പറഞ്ഞിരുന്നത് പോലെ ചെയ്തു. അവൻ സൈന്യത്തെ തിരിച്ചയച്ചു. അവൻ യൂദാദേശത്തേക്ക് മടങ്ങി. 3000 പേരെ അവൻ തന്നോടൊപ്പം നിർത്തി. അതിൽ 2000 പേരെ ഗലീലയിൽ നിയോഗിച്ചു. 1000 പേർ അവനെ അനുഗമിച്ചു. യോനാഥൻ ടോളാമിയസിൽ വന്നയുടനെ അവിടുത്തുകാർ കവാടങ്ങൾ അടിച്ച് അവനെ പിടികൂടി. അവനോടൊപ്പം അകത്തു വന്നവരെയെല്ലാം അവർ വാളിനിരയാക്കി. യോനാഥന്റെ യോദ്ധാക്കളെ നശിപ്പിക്കുന്നതിനായി ട്രിഫോ ഗലീലയിലേക്കും മറ്റു മഹാസമതലങ്ങളിലേക്കും ഭടന്മാരെയും കുതിരപ്പടയാളികളെയും അയച്ചു. യോനാഥൻ പിടിക്കപ്പെട്ടുവെന്നും അവനോടുണ്ടായിരുന്ന ഭടന്മാർ കൊല്ലപ്പെട്ടുവെന്നും മനസ്സിലാക്കി അവർ പരസ്പരം പ്രോത്സാഹിപ്പിച്ച് യുദ്ധസന്നദ്ധരായ വ്യൂഹങ്ങളായി മുന്നേറി. അവർ ജീവന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണെന്ന് മനസ്സിലാക്കി അവരെ അനുധാനം ചെയ്തിരുന്നവർ പിന്തിരിഞ്ഞു. അവരെല്ലാം സുരക്ഷിതരായി യൂദാദേശത്തെത്തി. യോനാഥനെയും അവനോടൊത്തുണ്ടായിരുന്നവരെയും കുറിച്ച് അവർ വിലപിച്ചു. അവർ അത്യധികം ഭയപ്പെട്ടു. ഇസ്രായേലിൽ മുഴുവൻ അഗാധമായി ദുഃഖിച്ചു. അവർക്ക് നേതാവോ വിമോചകനോ ഇല്ല. അതിനാൽ നമുക്ക് അവരോട് യുദ്ധം ചെയ്ത് മനുഷ്യകുലത്തിൽ നിന്ന് അവരുടെ ഓർമ്മ തന്നെ മായ്ച്ചു കളയാമെന്ന് പറഞ്ഞ് ചുറ്റുമുള്ള ജനതകൾ അവരെ നശിപ്പിക്കാൻ ശ്രമിച്ചു. അധ്യായം 13. ഷിമിയോൻ നേതാവ്. യൂദാദേശം ആക്രമിച്ച് നശിപ്പിക്കുന്നതിന് ട്രിഫോ വലിയൊരു സൈന്യം ശേഖരിച്ചിട്ടുണ്ടെന്ന് ഷിമിയോൻ അറിഞ്ഞു. ജനങ്ങൾ ഭയചകിതരും പരിഭ്രാന്തരുമാണെന്ന് അവർ കണ്ടു. അതിനാൽ ജെറുസലേമിൽ ചെന്ന് ജനത്തെ വിളിച്ചുകൂട്ടി അവർക്ക് ആത്മധൈര്യം പകർന്നുകൊണ്ട് അവൻ പറഞ്ഞു, നിയമങ്ങൾക്കും വിശുദ്ധ സ്ഥലത്തിനും വേണ്ടി ഞാനും എന്റെ സഹോദരന്മാരും പീഡിപ്പവനും എത്ര മഹത്തായ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഞങ്ങൾ നടത്തിയ യുദ്ധങ്ങളും അനുഭവിച്ച ദുരിതങ്ങളും നിങ്ങൾക്കറിയാം. ഇങ്ങനെ ഇസ്രായേലിനു വേണ്ടി എന്റെ സഹോദരന്മാരെല്ലാം ജീവൻ ഹോമിക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ മാത്രം അവശേഷിക്കുന്നു. ഒരു വിപത്ഘട്ടത്തിലും രക്ഷാർത്ഥം ഞാൻ മാറി നിൽക്കുകയില്ല. എന്റെ സഹോദരന്മാരെക്കാൾ മേന്മ എനിക്കില്ലല്ലോ. എന്റെ ജനത്തിനും വിശുദ്ധ സ്ഥലത്തിനും നിങ്ങളുടെ ഭാര്യമാർക്കും മക്കൾക്കും വേണ്ടി ഞാൻ പ്രതികാരം ചെയ്തു. ജനതകളെല്ലാം നന്മ നശിപ്പിക്കുന്നതിന് വിദ്വേഷത്തോടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഈ വാക്കുകൾ കേട്ടപ്പോൾ ജനങ്ങൾ ആവേശഭരിതരായി. അവർ അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, യൂദാസിനെ നിന്റെ സഹോദരനായ യോനാഥന്റെ സ്ഥാനത്ത് നീ തന്നെ ഞങ്ങളുടെ നേതാവ്.
ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്താലും നീ പറയുന്നത് എന്തും ഞങ്ങൾ ചെയ്യും. യോദ്ധാക്കളെ എല്ലാവരെയും അവൻ വിളിച്ചു കൂട്ടുകയും ജെറുസലേം മതിലിന്റെ പണിതിടുക്കത്തിൽ പൂർത്തിയാക്കുകയും അതിന്റെ എല്ലാ വശങ്ങളെയും സുരക്ഷിതമാക്കുകയും ചെയ്തു. വലിയൊരു സൈന്യവുമായി അബ്സലോമിന്റെ മകൻ ജോനാഥനെ അവൻ ജോപ്പായിലേക്ക് അയച്ചു. പ്രദേശവാസികളെ തുരുത്തി അവർ അവിടെ നിലയുറപ്പിച്ചു. ജോനാഥന്റെ മരണം. യൂദാദേശം ആക്രമിക്കുന്നതിന് വലിയൊരു സൈന്യവുമായി ടോളമിയാസിൽ നിന്ന് പുറപ്പെട്ടു. തടവിലാക്കപ്പെട്ട ജോനാഥനും അവനോടൊത്തുണ്ടായിരുന്നു. സമുദ്രത്തിനെതിരെയുള്ള അതീതായി ഷിമിയോൻ പാളയമടിച്ചു. സഹോദരനായ ജോനാഥിന് പകരം ഷിമിയോൻ നേതൃത്വം ഏറ്റെടുത്തെന്നും അവൻ തന്നോട് ഏറ്റുമുട്ടാൻ പോകുന്നുവെന്നും അറിഞ്ഞപ്പോൾ ട്രിഫോ ദൂതന്മാരെ അയച്ച് അവനോട് പറഞ്ഞു, താൻ അലങ്കരിക്കുന്ന സ്ഥാനമാനങ്ങളുമായി ബന്ധപ്പെട്ട് നിന്റെ സഹോദരനായ ജോനാഥൻ രാജകീയ ഭണ്ഡാരത്തിലേക്ക് നൽകേണ്ട പണത്തിന് വേണ്ടിയാണ് ഞങ്ങൾ അവനെ തടഞ്ഞു വെച്ചിരിക്കുന്നത്. വിമോചിതനാകുമ്പോൾ അവൻ ഞങ്ങൾക്കെതിരെ വിപ്ലവം ഉണ്ടാക്കാതിരിക്കുന്നതിന് 100 താലന്ത് വെള്ളിയും 1000 അവന്റെ 2 പുത്രന്മാരെയും തരിക. അപ്പോൾ ഞങ്ങൾ അവനെ വിട്ടുതരാം. ചതി നിറഞ്ഞതാണ് അവന്റെ വാക്കുകൾ നിറഞ്ഞിട്ടും പണവും പുത്രന്മാരെയും കൊണ്ടുവരുവാൻ ഷിമിയോൻ ആളയച്ചു. അങ്ങനെ താൻ ചെയ്യാതിരുന്നാൽ ജനങ്ങൾക്കിടയിൽ ഉഗ്രമായ വിദ്വേഷത്തിന് പാത്രമാകുമെന്നും ഷിമിയോൻ പണവും പുത്രന്മാരെയും അയച്ചു കൊടുക്കാതിരുന്നതിനാണ് അവൻ മരിക്കാനിടയായെന്ന് അവരോട് കുറ്റപ്പെടുത്തുമെന്നും അവൻ ഭയപ്പെട്ടു. പുത്രന്മാരെയും 100 താലന്തും അവൻ കൊടുത്തുവിട്ടു. എങ്കിലും ട്രിഫോ വാക്കു പാലിച്ചില്ല, ജോനാഥനെ വിട്ടയച്ചുമില്ല. രാജ്യം ആക്രമിച്ച് നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ട്രിഫോ അദോരിയയിലേക്കുള്ള മാർഗത്തിലേക്ക് ചുറ്റി വന്നു. എന്നാൽ അവൻ ചെന്നിടത്തെല്ലാം ഷിമിയോനും സൈന്യവും അവർക്കെതിരെ മുന്നോടിക്കൊണ്ടിരുന്നു. മരുഭൂമിയിലൂടെ വരണമെന്നും തങ്ങൾക്ക് ഭക്ഷണം എത്തിച്ചു തരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കോട്ടയിലുണ്ടായിരുന്നവർ ട്രിഫോയുടെ അടുക്കൽ ദൂതന്മാരെ അയച്ചുകൊണ്ടിരുന്നു. തന്റെ ആശയ സൈന്യത്തോടെ പുറപ്പെടാൻ ട്രിഫോ തയ്യാറായി. എന്നാൽ ആ രാത്രിയിൽ കനത്ത ഹിമപാതം ഉണ്ടായതിനാൽ പോകാൻ കഴിഞ്ഞില്ല. അതിനാൽ അവൻ ഗിലെയാദ് ദേശത്തേക്ക് കടന്നു. ബാസ്കാമയുടെ സമീപത്തെത്തിയപ്പോൾ അവൻ ജോനാഥനെ വധിച്ച് അവിടെ സംസ്കരിച്ചു. ട്രിഫോ തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് മടങ്ങി. ഷിമിയോൻ തന്റെ സഹോദരനായ ജോനാഥന്റെ അസ്ഥികൾ എടുപ്പിച്ച് പിതാക്കന്മാരുടെ നഗരമായ മൊദയിനിൽ സംസ്കരിച്ചു. ഇസ്രായേൽ മുഴുവനും അതിയായ ദുഃഖത്തോടെ അവനെ വിലപിച്ചു. അനേക ദിവസം അവർ ദുഃഖം ആചരിക്കുകയും ചെയ്തു. ഷിമിയോൻ തന്റെ പിതാവിന്റെയും സഹോദരന്മാരുടെയും ശവകുടീരങ്ങൾക്കുമേൽ ഒരു സ്മാരകം പണിതു. എല്ലാവർക്കും കാണത്തക്ക വിധം നീക്കി കല്ലുകൾ കൊണ്ട് അതിന്റെ പിൻമുൻഭാഗങ്ങൾ ഉയർത്തി പണിതു. പിതാവിനും മാതാവിനും 4 സഹോദരർക്കുമായി പരസ്പരാഭിമുഖമായ 7 പിരമിഡുകൾ അവൻ സംവിധാനം ചെയ്തു. ചുണ്ടു സ്തംഭങ്ങൾ നാട്ടുകയും സ്തംഭങ്ങളിൽ മേൽ ശാശ്വത സ്മാരകമായ ആയുധ സാമഗ്രികളുടെ മാതൃക കൊത്തിവെക്കുകയും ചെയ്തു. അവയോട് ചേർന്ന് സമുദ്രസഞ്ചാരികൾക്ക് കാണത്തക്ക വിധം കപ്പലുകളുടെ മാതൃകയും കൊത്തിവെച്ചു. മൊദയിനിൽ അവൻ പണി കഴിപ്പിച്ച ഈ ശവകുടീരം ഇന്ന് നിലനിൽക്കുന്നു. ദെമേത്രിയൂസുമായി സഖ്യം. യുവരാജാവായ അന്ത്യോക്കസിനെ ട്രിഫോ ചതിച്ചു കൊന്നു. അവന്റെ സ്ഥാനത്ത് ഏഷ്യയുടെ കിരീടം അണിഞ്ഞ് അവൻ രാജാവായി. ദേശത്ത് വലിയ വിപത്ത് വരുത്തി വെച്ചു. എന്നാൽ ഷിമിയോൻ യൂദായിലെ ശക്തി ദുർഗങ്ങൾ പുനരുദ്ധരിക്കുകയും ചുറ്റും ഉയർന്ന ഗോപുരങ്ങളും മൺമതിലുകളും നിർമ്മിക്കുകയും വാതിലുകൾ കോടാമ്പലുകൾ പിടിപ്പിക്കുകയും ചെയ്ത് അവയെ സുരക്ഷിതമാക്കി. ശക്തി ദുർഗങ്ങളിൽ ഭക്ഷണ പദാർത്ഥങ്ങളും സംഭരിച്ചു. അവൻ ഏതാനും പേരെ തിരഞ്ഞെടുത്ത് ദുരിതാശ്വാസ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ദെമേത്രിയൂസിന്റെ അടുത്തേക്ക് അയച്ചു. എന്തുകൊണ്ടെന്നാൽ രാജ്യം കൊള്ളയടിക്കുക മാത്രമേ ട്രിഫോ ചെയ്തുള്ളൂ. അവരുടെ അഭ്യർത്ഥനയ്ക്ക് ദെമേത്രിയൂസ് രാജാവ് അനുകൂലമായ മറുപടി നൽകി. കത്തിപ്രകാരമായിരുന്നു. പ്രധാന പുരോഹിതനും രാജാക്കന്മാരുടെ മിത്രമായ ഷിമിയോനും ശ്രേഷ്ഠന്മാർക്കും യഹൂദജനത്തിനും ദെമേത്രിയൂസ് രാജാവിന്റെ അഭിവാദനം. നിങ്ങൾ കൊടുത്തയച്ച സ്വർണ്ണ കിരീടവും ഈന്തപ്പനക്കൊമ്പും ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. നിങ്ങളുമായി ശാശ്വത സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി കപ്പത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇളവ് നൽകേണ്ടതെന്ന് ഞങ്ങളുടെ സേവകർക്ക് എഴുതാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ആനുകൂല്യങ്ങളൊക്കെ പ്രാബല്യത്തിൽ വരും. നിങ്ങൾ നിർമ്മിച്ച ശക്തി ദുർഗങ്ങൾ നിങ്ങളുടെ അധീനതയിലിരിക്കും. ഇന്നോളം ഉണ്ടായിട്ടുള്ള വീഴ്ചകളും അതിക്രമങ്ങളും ഞങ്ങൾ ക്ഷമിക്കുന്നു. നിങ്ങൾ നൽകേണ്ട കിരീട നികുതി ഞങ്ങൾ വേണ്ടത് വെക്കുന്നു. ജെറുസലേമിൽ നിന്ന് പിരിച്ചിരുന്ന മറ്റു നികുതികൾ ഇനി പിരിക്കുന്നില്ല. എന്റെ അംഗരക്ഷകരാകാൻ യോഗ്യതയുള്ളവർ നിങ്ങൾക്കിടയിലുണ്ടെങ്കിൽ അവരെ നിയമിക്കുന്നതാണ്. നാം തമ്മിൽ സമാധാനം നിലനിൽക്കട്ടെ. 170-ാം ആണ്ടിൽ വിജാതിയുടെ മുഖം ഇസ്രായേലിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടു. സമുന്നതനായ പ്രധാന പുരോഹിതനും യഹൂദരുടെ സേനാധിപനും നേതാവുമായ ഷിമിയോന്റെ 1-ാം വർഷം എന്ന് അന്ന് മുതൽ തങ്ങളുടെ പ്രമാണങ്ങളിലും കരാറുകളിലും അവൻ എഴുതാൻ തുടങ്ങി. ഇസ്രായേലിന്റെ സ്വാതന്ത്ര്യം. ഷിമിയോൻ ഗസാറയ്ക്കെതിരെ പാളയമടിച്ച് അതിനെ വളഞ്ഞു. യന്ത്രമുട്ടിയുണ്ടാക്കി നഗരത്തിന്റെ മതിലുകൾ ഇടിച്ചു പൊളിച്ച് ഒരു ഗോപുരം കൈവശപ്പെടുത്തി. യന്ത്രമുട്ടിയോടൊപ്പമുണ്ടായിരുന്നവർ നഗരത്തിൽ കടന്നു. അവിടെ വലിയ സംഭ്രാന്തി ഉളവായി. നഗരവാസികൾ ഭാര്യമാരോടും കുട്ടികളോടും ഒപ്പം മതിലിന്മേൽ കയറി വസ്ത്രങ്ങൾ കീറി അത്യുച്ചത്തിൽ നിലവിളിച്ച് ഷിമിയോനോട് സമാധാനത്തിന് അപേക്ഷിച്ചു. ഞങ്ങളുടെ കുറ്റകൃത്യങ്ങൾക്ക് അനുസൃതമായില്ല, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം ഞങ്ങളോട് പെരുമാറണമേ എന്ന് അഭ്യർത്ഥിച്ചു.
ശിമിയോന് അവരുമായി ഒരു കരാർ ഉണ്ടാക്കുകയും യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്തു. എന്നാൽ നഗരത്തിൽ നിന്ന് അവൻ അവരെ പുറത്താക്കുകയും വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചിരുന്ന ഭവനങ്ങൾ ശുദ്ധീകരിക്കുകയും സ്തുതിഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് അതിൽ പ്രവേശിക്കുകയും ചെയ്തു. അവൻ അതിലെ ശുദ്ധീകരണങ്ങളൊക്കെ നീക്കി നിയമം പാലിക്കുന്നവരെ അവിടെ പ്രസിദ്ധിച്ചു. അതിന്റെ കോട്ടകൾ ബലപ്പെടുത്തുകയും തനിക്കായി അവിടെ ഒരു ഭവനം പണിയുകയും ചെയ്തു. ജെറുസലേമിലെ കോട്ടയിലുള്ളവൾ ക്രയവിക്രയത്തിന് പുറത്തു പോകുന്നതോ അകത്ത് കിടക്കുന്നതോ നിരോധിച്ചിരുന്നു. തന്മൂലം അവർ വിശന്നു വലഞ്ഞു. അനേകർ പട്ടിണി മൂലം മരണമടഞ്ഞു. സമാധാനത്തിനായി ശിമിയോനോട് അവർക്ക് അപേക്ഷിച്ചു. അവർ അപ്രകാരം ചെയ്തു. എങ്കിലും അവിടെ നിന്ന് അവരെ ബഹിഷ്കരിക്കുകയും മാലിന്യങ്ങളിൽ നിന്ന് കോട്ടയെ സംശുദ്ധമാക്കുകയും ചെയ്തു. 171 ആണ്ട് 22 മാസം 23 ദിവസം യഹൂദ സ്തുതിഗീതങ്ങൾ ആലപിച്ച് ഈന്തപ്പനക്കൊമ്പുകളും ഏന്തി വീണ, കൈത്താളം, തന്ത്രിവാദ്യങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ അതിൽ പ്രവേശിച്ചു. ഇസ്രായേലിലെ ഒരു മഹാശത്രു തകർക്കപ്പെടുകയും നീക്കം ചെയ്യപ്പെടുകയും ചെയ്തതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ആ ദിവസം ആഹ്ലാദപൂർവ്വം ആഘോഷിക്കണമെന്ന് ശിമിയോൻ കൽപ്പിച്ചു. കോട്ടയ്ക്കെതിരെയുള്ള ദേവാലയ ഗിരിയുടെ മതിലുകൾ ബലപ്പെടുത്തി അവനും സൈന്യവും അവിടെ താമസമാക്കി. തന്റെ മകൻ യോഹനാന് പ്രായപൂർത്തിയായി എന്ന് കണ്ട് ശിമിയോൻ അവനെ സർവ്വസൈന്യാധിപനാക്കി. അവൻ ഗസാറായിൽ വാസമുറപ്പിച്ചു. ശിമിയോന്റെ മഹത്വം. 172 ആണ്ടിൽ ഡെമത്രിയൂസ് രാജാവ് ടിർസയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ ആവശ്യമായ സഹായം ഉറപ്പുവരുത്തുവാൻ സൈന്യസമേതം മെതിയായിലേക്ക് പുറപ്പെട്ടു. ഡെമത്രിയൂസ് രാജാധിപത്യം ലംഘിച്ചുവെന്ന് കേട്ട് പേർഷ്യയുടെയും മെതിയായുടെയും രാജാവായ അർസാക്കസ് അവനെ ജീവനോടെ പിടികൂടാൻ തന്റെ സൈന്യാധിപന്മാരിൽ ഒരുവനെ അയച്ചു. അവൻ പോയി ഡെമത്രിയൂസിന്റെ സൈന്യത്തെ തോൽപ്പിച്ച് അവനെ ബന്ധനസ്ഥനാക്കി അർസാക്കസിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അർസാക്കസ് അവനെ തടവിലാക്കി. ശിമിയോന്റെ നാളുകളിൽ ദേശത്ത് അശാന്തി ഉണ്ടായിരുന്നു. ജനക്ഷേമമാണ് അവൻ തേടിയിരുന്നത്. അവന്റെ ഭരണം അവനെ സംപ്രീതരാക്കി. അവന്റെ ജീവിതകാലം മുഴുവൻ അവർ അവനോട് ആദരം പ്രകടിപ്പിച്ചു. ചോപ്പായെ തുറമുഖമാക്കുകയും ദ്വീപുകളിലേക്ക് മാർഗം തുറക്കുകയും ചെയ്തുകൊണ്ട് അവൻ തന്റെ മഹത്വത്തിന് മകുടം ചാർത്തി. അവൻ രാജകീയാതിഥികൾ വിസ്തൃതമാക്കുകയും രാജ്യം പൂർണ്ണ നിയന്ത്രണത്തിൽ വരുത്തുകയും ചെയ്തു. അവൻ അസംഖ്യം തടവുകാരെ സമ്പാദിച്ചു. ഗെസ്രായും ബേസൂറും കോട്ടയും അവൻ തന്റെ ഭരണത്തിൽ കീഴിലാക്കുകയും അവിടെ നിന്ന് മ്ലേച്ഛകൾ നീക്കിക്കളയുകയും ചെയ്തു. അവനെ എതിർക്കാൻ ആരും ഉണ്ടായില്ല. സമാധാനത്തോടെ അവൻ നിലമുഴുതു. ഭൂമി ധാരാളം വിളകും നൽകി. സമതലത്തിലെ വൃക്ഷങ്ങൾ അവയുടെ ഫലങ്ങളും. വൃദ്ധന്മാർ നിരത്തുകളിൽ കൂടിയിരുന്നു തങ്ങൾക്ക് ലഭിച്ച നന്മകളെ കുറിച്ച് സംസാരിച്ചു. യുവാക്കൾ പ്രൗഢവും യുദ്ധോചിതവുമായ വസ്ത്രങ്ങൾ അണിഞ്ഞു. നഗരങ്ങളെ അവൻ പ്രതിരോധ സജ്ജമാക്കുകയും അവയിൽ ആഹാരം വിതരണം ചെയ്യുകയും ചെയ്തു. അവന്റെ ഖ്യാതി ഭൂമിയുടെ അതിർത്തികളോളം വ്യാപിച്ചു. അവൻ ദേശത്ത് സമാധാനം സ്ഥാപിച്ചതിനാൽ ഇസ്രായേൽ അത്യധികം ആഹ്ലാദിച്ചു. ഓരോരുത്തരും തങ്ങളുടെ മുന്തിരിത്തോപ്പിലും അത്തിരമരച്ചുവട്ടിലും ഇരുന്നു. അവരെ ഭയപ്പെടുത്താൻ ആരും ഉണ്ടായിരുന്നില്ല. അവർക്കെതിരെ പടപെട്ടാൻ ദേശത്താരും അവശേഷിച്ചില്ല. അന്നാളുകളിൽ രാജാക്കന്മാർ തകർക്കപ്പെട്ടിരുന്നു. അവൻ ജനത്തിലെ എളിയവർക്ക് സംരക്ഷണം നൽകി. നിയമപാലനത്തിൽ ശ്രദ്ധിക്കുകയും നിയമനിഷേധകരെയും ദുഷ്ടന്മാരെയും നശിപ്പിക്കുകയും ചെയ്തു. അവൻ ദേവാലയത്തിന്റെ പ്രൗഢി വർദ്ധിപ്പിക്കുകയും വിശുദ്ധ സ്ഥലത്തെ പാത്രങ്ങളുടെ എണ്ണം കൂട്ടുകയും ചെയ്തു. സ്പാർട്ടയും റോമായുമായി സഖ്യം പുതുക്കുന്നു. ജോനാഥന്റെ മരണവാർത്ത റോമായിലും സ്പാർട്ടയിലും എത്തി. അവർ അഗാധമായി ദുഃഖിച്ചു. ജോനാഥന്റെ സ്ഥാനത്ത് തന്റെ സഹോദരൻ ശിമിയോൻ പ്രധാന പുരോഹിതനായി എന്നു രാജ്യവും അതിലെ നഗരങ്ങളും അവന്റെ അധീനതയിലാണെന്നും അവർ അറിഞ്ഞു. അവന്റെ സഹോദരന്മാരായ യൂദാസും ജോനാഥനുമായി ഉണ്ടായിരുന്ന സൗഹൃദവും സഖ്യവും ശിമിയോനുമായി പുതുക്കിക്കൊണ്ട് അവർ പിച്ചള ഫലകത്തിൽ അവർ എഴുതി. ഇത് ജെറുസലേമിലെ സമൂഹത്തിന്റെ മുമ്പാകെ വായിക്കപ്പെട്ടു. സ്പാർട്ടാക്കാരയച്ച കത്തിന്റെ പകർപ്പാണിത്. പ്രധാന പുരോഹിതനായ ശിമിയോനും ശ്രേഷ്ഠന്മാർക്കും പുരോഹിതന്മാർക്കും ഞങ്ങളുടെ സഹോദരരായ മറ്റു യഹൂദർക്കും സ്പാർട്ട നഗരത്തിന്റെയും അധിപന്മാരുടെയും അഭിവാദനം. ഞങ്ങളുടെ അടുക്കലേക്ക് അയച്ച ദൂതന്മാർ നിങ്ങളുടെ മഹിമ പ്രതാപങ്ങളെ കുറിച്ച് ഞങ്ങളോട് വിവരിച്ചു പറഞ്ഞു. അവരുടെ ആഗമനം ഞങ്ങളെ സന്തുഷ്ടിയുളവാക്കി. അവർ പറഞ്ഞതെല്ലാം ഞങ്ങൾ പൊതുയോഗ കുറിപ്പുകളുടെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. യഹൂദ ദൂതന്മാരായ അന്ത്യോക്കസിന്റെ മകൻ നുമേനിയൂസും ജാസന്റെ മകൻ അന്തിപ്പാറും ഞങ്ങളുമായുള്ള സൗഹൃദം പുലർത്തുന്നതിന് ഞങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. അവരെ ബഹുമാന പുരസ്സരം സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ജനം താല്പര്യം കാണിച്ചു. അവരുടെ സന്ദേശത്തിന്റെ ഒരു പകർപ്പ് സ്പാർട്ടാക്കാർക്ക് പിന്നീട് പരിശോധിക്കുന്നതിന് പൊതുരേഖാ ശേഖരണശാലയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു പകർപ്പ് പ്രധാന പുരോഹിതനായ ശിമിയോന് അവർ അയച്ചു കൊടുത്തു. അനന്തരം റോമാക്കാരുമായുള്ള സഖ്യം ഉയർപ്പിക്കുന്നതിന് 1000 മീന തൂക്കമുള്ള വലിയൊരു സുവർണ പരിചയമായി നുമേനിയോസിനെ ശിമിയോൻ സ്പാർട്ടയിലേക്ക് അയച്ചു. ശിമിയോന് ബഹുമതി. ഇത് കേട്ട് ജനം
ഇത് കേട്ട് ജനം പറഞ്ഞു, ശിമിയോനോടും പുത്രന്മാരോടും നാം എങ്ങനെ നന്ദി പ്രകാശിപ്പിക്കും? അവനും അവന്റെ സഹോദരന്മാരും പിതൃഭവനും ഉറച്ചു നിൽക്കുകയും ഇസ്രായേലിന്റെ ശത്രുവിനെതിരെ പൊരുതി അവരെ തുരത്തുകയും രാജ്യത്തിൽ സ്വാതന്ത്ര്യം സ്ഥാപിക്കുകയും ചെയ്തു. ഇക്കാര്യങ്ങളെല്ലാം അവർ പിത്തള ഫലകത്തിൽ രേഖപ്പെടുത്തി സിയോൻ മലയിൽ സ്തംഭങ്ങൾ സ്ഥാപിച്ചു. അവർ എഴുതിയതിന്റെ പകർപ്പ് ഇതാണ്. 172 ആണ്ട്, അതായത് സമുന്നതനായ പ്രധാന പുരോഹിതൻ ശിമെയോന്റെ 3-ാം ഭരണവർഷം ഏലൂൾ മാസം 18-ാം ദിവസം അസ്രമേലിൽ പുരോഹിതന്മാരുടെയും ജനത്തിന്റെയും ഭരണാധിപന്മാരുടെയും ശ്രേഷ്ഠന്മാരുടെയും മഹാസഭയിൽ ഈ വിളംബരം പുറപ്പെടുവിച്ചു. രാജ്യം തുടരെ യുദ്ധത്തിൽ അടിപ്പെട്ടുകൊണ്ടിരിക്കെ യാറാബിന്റെ വംശത്തിൽപ്പെട്ട പുരോഹിതനായ മത്താത്തിയാസിന്റെ മകൻ ശിമിയോനും സഹോദരന്മാരും ജീവൻ അപകടത്തിലാക്കിക്കൊണ്ട് വിശുദ്ധ മന്ദിരവും നിയമവും കാത്തുരക്ഷിക്കുന്നതിനായി രാജ്യത്തിന്റെ ശത്രുക്കളോട് എതിരിട്ടു. അവൻ രാജ്യത്തിന് പ്രതാപം നേടിത്തന്നു. ജോനാഥൻ ജനത്തിന് കെട്ടുറപ്പ് നൽകുകയും പ്രധാന പുരോഹിതനാവുകയും ചെയ്തു. അവസാനം അവൻ പിതാക്കന്മാരോട് ചേർന്നു. രാജ്യത്തെ ആക്രമിക്കുന്നതിനും വിശ്വസ്തതലം പിടിച്ചെടുക്കുന്നതിനും ശത്രുക്കൾ ശ്രമിച്ചപ്പോൾ ശിമിയോൻ തന്റെ രാജ്യത്തിന് വേണ്ടി പൊരുതി. രാജ്യത്തിന്റെ സേനകൾക്ക് ആയുധവും വേതനവും നൽകാൻ അവൻ സ്വന്തം സമ്പാദ്യത്തിൽ നിന്ന് വലിയ സംഖ്യ ചിലവഴിച്ചു. യൂദായിലെ നഗരങ്ങളും അതിന്റെ അതിർത്തിയിലുള്ളതും മുൻപ് ശത്രുക്കൾ ആയുധം ശേഖരിച്ച് സൂക്ഷിച്ചതുമായിരുന്ന ബേത്സൂറും സുരക്ഷിതമാക്കുകയും അവിടെ യഹൂദ കാവൽ സൈന്യത്തെ നിയോഗിക്കുകയും ചെയ്തു. അവൻ കടൽ തീരത്തുള്ള ജോപ്പായും അസോത്തൂസിന്റെ അതിർത്തിയിലുള്ള മുൻപ് ശത്രുക്കൾ അധിവസിച്ചതുമായിരുന്ന ഗസാറയും സുരക്ഷിതമാക്കി. അവിടെ യൂദരെ പാർപ്പിക്കുകയും നഗരങ്ങളുടെ പുനരുത്ഥാനത്തിന് ആവശ്യമായതെല്ലാം അവർക്ക് നൽകുകയും ചെയ്തു. ശിമിയോന്റെ വിശ്വസ്തതയും രാജ്യത്തിന് അവൻ നേടിക്കൊടുക്കാൻ ഉറപ്പിച്ച പ്രതാപവും ജനം മനസ്സിലാക്കി. അവന്റെ ചെയ്തികളും അവൻ ജനത്തോട് പുലർത്തിയ നീതിയും വിശ്വസ്തയും കണക്കിലെടുത്തും എല്ലാവിധത്തിലും ജനത്തെ പ്രതാപത്തിലേക്ക് നയിക്കുന്നതിന് അവൻ നടത്തിയ പരിശ്രമങ്ങളെ പരിഗണിച്ചും അവർ അവനെ തങ്ങളുടെ നേതാവും പുരോഹിതനുമാക്കി. അവന്റെ നേതൃത്വത്തിൽ ജനത്തിന് ഉത്കർഷമുണ്ടായി. അവൻ വിജാതീയരെ രാജ്യത്തു നിന്നും തുരത്തി. അതുപോലെ ജെറുസലേമിൽ ദാവീദിന്റെ നഗരത്തിൽ തങ്ങൾക്കായി കോട്ട പൊട്ടുകയും അതിൽ നിന്ന് പുറത്തു വന്ന വിശുദ്ധ സ്ഥലത്തിന്റെ പരിസരങ്ങൾ അശുദ്ധമാക്കുകയും അതിന്റെ വിശുദ്ധിക്ക് ഭംഗം വരുത്തുന്നവരെയും ചെയ്തിരുന്നവരെ ഓടിച്ചു. അവൻ അവിടെ യഹൂദരെ പാർപ്പിക്കുകയും രാജ്യത്തിന്റെയും നഗരത്തിന്റെയും സുരക്ഷിതത്വത്തിനു വേണ്ടി അതിനെ സുശക്തമാക്കുകയും ജെറുസലേമിന്റെ മതിലുകൾക്ക് ഉയരം കൂട്ടുകയും ചെയ്തു. ഇതിന്റെ വെളിച്ചത്തിൽ ഡെമത്രിയൂസ് രാജാവ് അവനെ പ്രധാന പുരോഹിതനായി സ്ഥിരപ്പെടുത്തി. അവനെ രാജ്യമുദ്രങ്ങളിൽ ഒരുവനാക്കുകയും അവന് വലിയ ബഹുമതികൾ നൽകുകയും ചെയ്തു. എന്തുകൊണ്ടെന്നാൽ റോമാക്കാർ യഹൂദരെ സുഹൃത്തുക്കളും സഖ്യകക്ഷികളും സഹോദരന്മാരെ പരിഗണിച്ചിരുന്നുവെന്നും ശിമിയോന്റെ ദൂതന്മാരെ അവർ ബഹുമാന പുരസ്സരം സ്വീകരിച്ചിരുന്നെന്നും അവൻ കേട്ടിരുന്നു. വിശ്വസനീയമായ ഒരു പ്രവാചകന്റെ ആവിർഭാവം ശിമിയോൻ നേതാവും പ്രധാന പുരോഹിതരും ആയിരിക്കട്ടെ എന്ന് യഹൂദരും പുരോഹിതരും തീരുമാനിച്ചു. അവൻ അവരുടെ ഭരണാധികാരിയായിരിക്കുകയും വിശ്വസ്ഥലത്തിന്റെ ചുമതല വഹിക്കുകയും ചെയ്യേണ്ടിയിരുന്നു. അതിലെ ശുശ്രൂഷകൾക്കും രാജ്യത്തിന്റെയും ആയുധങ്ങളുടെയും ശക്തിദുർഗങ്ങളുടെയും മേൽനോട്ടത്തിനും ആളുകളെ നിയമിക്കേണ്ടതും അവനായിരുന്നു. സകലരും അവനെ അനുസരിക്കണം. രാജ്യത്ത് എഴുതപ്പെടുന്ന കരാറുകളെല്ലാം അവന്റെ നാമത്തിലായിരിക്കണം. അവൻ രാജകീയ വസ്ത്രം ധരിക്കുകയും സ്വർണ്ണാഭരണം അണിയുകയും വേണം. ജനങ്ങളിലോ പുരോഹിതന്മാരിലോ ആരും ഈ തീരുമാനങ്ങളിലൊന്നും അസാധുവാക്കുകയോ അവന്റെ വാക്കുകൾ ധിക്കരിക്കുകയോ അവന്റെ അനുവാദം കൂടാതെ രാജ്യത്തെ സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുകയോ രാജകീയ വസ്ത്രം ധരിക്കുകയോ സ്വർണ്ണക്കൊളുത്ത് അണിയോ ചെയ്യാൻ പാടില്ല. ഈ തീരുമാനത്തിനെതിരെ പ്രവർത്തിക്കുകയും അവയിൽ ഏതെങ്കിലും ഒന്ന് അസാധുവാക്കുകയോ ചെയ്യുന്നവൻ ശിക്ഷാർഹനായിരിക്കും. ഈ തീരുമാനങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കാനുള്ള അവകാശം ശിമിയോന് നൽകുന്നതിന് ജനം സമ്മതിച്ചു. പ്രധാന പുരോഹിതനും യഹൂദജനത്തിന്റെ പുരോഹിതന്മാരുടെയും അധിപനും സംരക്ഷകനുമായിരിക്കാമെന്ന് ശിമിയോൻ ഏറ്റു. ഈ കൽപ്പന പിത്തള തടിക്കടിൽ ആലേഖനം ചെയ്ത് ദേവാലയത്തിന്റെ പരിസരത്ത് ശ്രദ്ധേയമായ ഒരു സ്ഥലത്ത് സ്ഥാപിക്കാൻ അവർ നിർദ്ദേശം നൽകി. ശിമിയോനും പുത്രന്മാർക്കും ലഭ്യമാകേണ്ടതിന് അതിന്റെ ഒരു പകർപ്പ് ഭണ്ഡാരത്തിൽ സൂക്ഷിക്കാൻ അവർ ആജ്ഞാപിച്ചു. ആരാ വായിക്കുന്ന? പാപ്സങ്ങളാണ്. മമ്മിയാണ് ചേച്ചി. 15th. ശരി ശരി. അന്തിയോക്കസുമായി സഖ്യം. ദെമേത്രിയൂസ് രാജാവിന്റെ പുത്രനായ അന്തിയോക്കസ് പുരോഹിതനും യഹൂദന്മാരുടെ അധിപനുമായ ശിമയോനും യഹൂദജനത്തിനുമായി സമുദ്രദ്വീപുകളിൽ നിന്ന് ഒരു കത്തയച്ചു. അതിന്റെ ഉള്ളടക്കം ഇതാണ്: പ്രധാന പുരോഹിതനും അധിപനുമായ ശിമയോനും യഹൂദജനത്തിനും അന്തിയോക്യസ് രാജാവിനും അഭിവാദനം. ചില രാജ്യദ്രോഹികൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ കൂടെ രാജ്യം പിടിച്ചടക്കിയിരിക്കുന്നു.
അതിന്മേലുള്ള എൻ്റെ അവകാശം സ്ഥാപിച്ച് രാജ്യം പൂർവ്വസ്ഥിതിയിലാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അതിനുവേണ്ടി ഞാൻ വലിയ ഒരു കൂലിപ്പട്ടാളം ശേഖരിക്കുകയും പടക്കോപ്പുകൾ സജ്ജമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ രാജ്യം നശിപ്പിക്കുകയും അതിലെ പല നഗരങ്ങളും ശൂന്യമാക്കുകയും ചെയ്ത അവർക്കെതിരെ പൊരുതുന്നതിന് എൻ്റെ രാജ്യത്തെ എത്താൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. എനിക്ക് മുൻപുള്ള രാജാക്കന്മാർ നിങ്ങൾക്ക് അനുവദിച്ചു തന്ന എല്ലാ നികുതി ഇളവുകളും ഞാൻ സ്ഥിരീകരിക്കുന്നു. അവർ നിങ്ങളെ ഒഴിവാക്കിയിരുന്ന മറ്റെല്ലാ കടങ്ങളിൽ നിന്നും ഞാനും നിങ്ങളെ ഒഴിവാക്കുന്നു. നിങ്ങളുടെ രാജ്യത്തിന് വേണ്ട പണം സ്വന്തം കമ്മട്ടത്തിൽ അടിച്ചിറക്കാൻ ഞാൻ അനുവദിക്കുന്നു. ജെറുസലേമിനും വിശുദ്ധ സ്ഥലത്തിനും ഞാൻ സ്വാതന്ത്ര്യം തരുന്നു. നിങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ള ആയുധങ്ങളും നിങ്ങൾ പണിതു തീർത്ത് കൈവശം വെച്ചിട്ടുള്ള കോട്ടകളും നിങ്ങൾക്ക് തന്നെ ആയിരിക്കും. രാജഭണ്ഡാരത്തിലേക്ക് നിങ്ങൾ കൊടുത്തുവിടേണ്ട കടങ്ങളും ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന അത്തരം കടങ്ങളും ഇതിനാൽ എന്നേക്കുമായി ഒഴിവാക്കുന്നു. ഞങ്ങൾ രാജ്യത്തിന്റെ നിയന്ത്രണം വീണ്ടെടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ മഹത്വം ഭൂമിയിലെങ്ങും വെളിപ്പെടുത്തേണ്ടതിന് നിന്റെയും നിന്റെ ജനത്തിന്റെയും ദേവാലയത്തിന്റെയും മേൽ ഞങ്ങൾ വലിയ ബഹുമതികൾ ചൊരിയും. 174-ാം ആണ്ടിൽ അന്തിയോക്കസ് തന്റെ പിതാക്കന്മാരുടെ ദേശത്തെത്തി അതിനെ ആക്രമിച്ചു. സേനകൾ അവനോട് ചേർന്നു. വളരെ കുറച്ച് പേർ മാത്രമേ ട്രിഫോയ്ക്കൊത്ത് നിന്നുള്ളൂ. അന്തിയോക്കസ് അവനെ പിന്തുടർന്നു. അവൻ പലായനം ചെയ്ത് സമുദ്രതീരത്തുള്ള ദോറിലെത്തി. സൈന്യം മാറിയെന്നും തനിക്ക് വിപത്ത് സംഭവിക്കാൻ പോകുന്നുവെന്നും അവൻ അറിഞ്ഞിരുന്നു. അന്തിയോക്കസ് ദോറിനെതിരെ പാളയമടിച്ചു. അവനോടൊപ്പം 1,10,000 യോദ്ധാക്കളും 8,000 കുതിരപ്പടയാളികളും ഉണ്ടായിരുന്നു. അവൻ നഗരം വളഞ്ഞു. കടലിൽ നിന്ന് കപ്പലുകളും യുദ്ധത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ കരയിലും കടലിലും നിന്ന് അവൻ നഗരത്തിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തി. അകത്ത് കടക്കാനോ പുറത്തു പോകാനോ ആരെയും അനുവദിച്ചില്ല. ലൂസിയോസിന്റെ കത്ത്. രാജാക്കന്മാർക്ക് രാജ്യങ്ങൾക്കുമുള്ള കത്തുകളുമായി നുമേനിയോസ് സംഘവും റോമയിൽ നിന്ന് എത്തി. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: ടോളമി രാജാവിന് റോമാസ്ഥാനപതിയായ ലൂസിയോസിന്റെ അഭിവാദനം. ഞങ്ങളുടെ സുഹൃത്തുക്കളും സഖ്യകക്ഷികളുമായ യഹൂദരുടെ ദൂതന്മാർ ഞങ്ങളുടെ പൂർവ്വ സൗഹൃദവും സഖ്യവും നവീകരിക്കാൻ വന്നിരുന്നു. പ്രധാന പുരോഹിതനായ ശിമയോനും യഹൂദ ജനവുമാണ് അവരെ അയച്ചത്. 1000 മീന തൂക്കമുള്ള ഒരു സുവർണ പരിച അവർ കൊണ്ടുവന്നു. അവരെ ഉപദ്രവിക്കുകയോ അവർക്കും അവരുടെ നഗരങ്ങൾക്കും രാജ്യത്തിനുമെതിരെ യുദ്ധം ചെയ്യുകയോ അവരോട് യുദ്ധം ചെയ്യുന്നവരുമായി സഖ്യമുണ്ടാക്കുകയോ അരുതെന്ന് രാജാക്കന്മാർക്കും രാജ്യങ്ങൾക്കും എഴുതാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. അവരിൽ നിന്ന് സ്വർണപ്പരിച സ്വീകരിക്കുക ഉചിതമെന്നും ഞങ്ങൾക്ക് തോന്നി. ആകയാൽ ഏതെങ്കിലും രാജ്യദ്രോഹികൾ അവരുടെ ദേശത്ത് നിന്ന് നിങ്ങളുടെ അടുത്തേക്ക് പലായനം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പ്രധാന പുരോഹിതനായ ശിമയോന് കൈമാറുക. അവൻ യഹൂദ നിയമപ്രകാരം അവരെ ശിക്ഷിക്കട്ടെ. ഇതേ വിവരങ്ങൾ തന്നെ ദെമേത്രിയോസ് രാജാവിനും അത്താലൂസിനും അറിയാരാത്തുസിനും അർസാക്കസിനും സ്ഥാനപതി എഴുതി. സംസാമസ് എന്ന് സ്പാർത്ത, ദെലോസ്, മിൻദോസ്, സിസിയോൻ, കാരിയ, സാമോസ്, പംഫിലിയ, ലിസിയ, ഹലിക്കാർ, നാസൂസ്, റോമേദൂസ്, പസേലിസ്, കോസ്, സിദെ, അരാദൂസ്, ഗോർത്തീന, സ്നീദൂസ്, സൈപ്രസ്, കിറേനെ തുടങ്ങി എല്ലാ രാജ്യങ്ങൾക്കും ഈ സന്ദേശം അയച്ചു. ഇതിന്റെ ഒരു പകർപ്പ് പ്രധാന പുരോഹിതനായ ശിമയോനും അയച്ചു കൊടുത്തു.
അന്തിയോക്കസ് പിണങ്ങുന്നു. അന്തിയോക്കസ് രാജാവ് സൈന്യവും യുദ്ധോപകരണങ്ങളുമായി വീണ്ടും ദോറിനെ ആക്രമിച്ചു. പുറത്തു പോകാനോ അകത്ത് കിടക്കാനോ കഴിയാത്ത വിധം ട്രിഫോയെ അതിനുള്ളിലാക്കി. സ്വർണം, വെള്ളി, ധാരാളം യുദ്ധോപകരണങ്ങൾ എന്നിവയുമായി സമർത്ഥരായ 2000 യോദ്ധാക്കളെ ശിമയോൻ അന്തിയോക്കസിന്റെ അടുക്കലേക്ക് അയച്ചു. അവരെ സ്വീകരിക്കുവാൻ അവൻ വിസമ്മതിച്ചു. ശിമയോനുമായി മുൻപുണ്ടാക്കിയിരുന്ന കരാറുകളെല്ലാം അവൻ തള്ളിക്കളയുകയും അവനുമായി പിണങ്ങുകയും ചെയ്തു. അന്തിയോക്കസ് തന്റെ മിത്രമായ അത്തനോബ്യൂസിനെ ഈ സന്ദേശവുമായി അയച്ചു: ജോപ്പായും ഗസറായും ജെറുസലേം കോട്ടയും നിന്റെ നിയന്ത്രണത്തിലാണ്. അവ എന്റെ രാജ്യത്തെ നഗരങ്ങളാണ്. നീ ആ പ്രദേശങ്ങൾ നശിപ്പിക്കുകയും ദേശത്തിന് വലിയ നാശങ്ങൾ വരുത്തുകയും എന്റെ രാജ്യത്തെ പല സ്ഥലങ്ങളും കൈയടക്കുകയും ചെയ്തു. ആകയാൽ നിങ്ങൾ പിടിച്ചടക്കിയ നഗരങ്ങൾ വിട്ടുതരികയും യൂദയായുടെ അതിർത്തികൾക്ക് പുറത്തുനിന്ന് പിടിച്ചെടുത്ത സ്ഥലങ്ങൾക്കപ്പുള്ള കപ്പം തരികയും ചെയ്യുക. അല്ലെങ്കിൽ അവയ്ക്ക് പകരം 500 താലന്ത് വെള്ളിയും നീ വരുത്തിവെച്ച നഷ്ടങ്ങൾക്ക് പകരമായും നഗരങ്ങൾക്കുള്ള കപ്പമായും വേറെ 500 താലന്തും കൂടി നൽകുക. അല്ലെങ്കിൽ ഞങ്ങൾ വന്ന് നിന്നെ കീഴടക്കും. രാജമിത്രമായ അത്തനോബ്യൂസ് ജെറുസലേമിലെത്തി. ശിമയോന്റെ പ്രതാപവും ഭക്ഷണമേശയ്ക്കൽ തട്ടുതട്ടായി അടുക്കി വെച്ചിരുന്ന സ്വർണ്ണവെള്ളി പാത്രങ്ങളും അവന്റെ സമ്പൽ സമൃദ്ധിയും കണ്ട് അവൻ വിസ്മയഭരിതനായി. അവൻ രാജസന്ദേശം ശിമയോനെ അറിയിച്ചു. ശിമയോൻ ഉടനെ ഇങ്ങനെ മറുപടി നൽകി: ശത്രുക്കൾ ഒരു കാലമാണ് അന്യായമായി പിടിച്ചെടുത്ത ഞങ്ങളുടെ പിതൃസ്വത്തല്ലാതെ അന്യദേശമോ വസ്തുവകകളോ ഞങ്ങൾ കൈവശപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് അവസരം ലഭിച്ചിരിക്കെ പിതാക്കന്മാരുടെ അവകാശം ഞങ്ങൾ മുറുകെ പിടിക്കുകയാണ്. നിങ്ങൾ ആവശ്യപ്പെടുന്ന ജോപ്പായും ഗസാറയും ഞങ്ങളുടെ ജനത്തിനും ദേശത്തിനും വലിയ നാശങ്ങൾ വരുത്തിയിട്ടുണ്ട്. അവയ്ക്ക് 100 താലന്ത് ഞങ്ങൾ തന്നുകൊള്ളാം. അത്തനോബ്യോസ് ഒന്നും മറുപടി പറഞ്ഞില്ല. അവൻ ക്രോധത്തോടെ മടങ്ങി. രാജസന്നിധിയിലെത്തി ഈ സന്ദേശവും ശിമയോന്റെ പ്രതാപവും താൻ കണ്ട എല്ലാ കാര്യങ്ങളും രാജാവിനെ അറിയിച്ചു. രാജാവ് അത്യധികം കുപിതനായി. ട്രിഫോ ഒരു കപ്പലിൽ കയറി ഓർത്തിയസിലേക്ക് രക്ഷപ്പെട്ടു. രാജാവ് സൊന്തേബ്യൂസിനെ തീരപ്രദേശങ്ങളുടെ സൈന്യാധിപനാക്കുകയും അവൻ ഭടന്മാരെയും കുതിരപ്പടയാളികൾക്കും കുടികളെയും നൽകുകയും ചെയ്തു. യൂദയായ്ക്കെതിരെ പാളയമടിക്കാനും ഗദ്രോൻ പുനരുദ്ധരിച്ച് കവാടങ്ങൾ സുശക്തമാക്കുവാനും ജനങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുവാനും രാജാവ് അവന് കൽപ്പന നൽകി. രാജാവ് ട്രിഫോയെ അനുധാവനം ചെയ്തു. സെന്തേബോയോസ് യാമ്നിയയിലെത്തി ജനത്തെ പ്രകോപിക്കാനാണ് യൂദയ കയ്യേറി ആളുകളെ തടവുകാരായി പിടിച്ചു കൊല്ലാനും തുടങ്ങി. രാജകൽപ്പനയനുസരിച്ച് ഗദ്രോൻ പുതുക്കിപ്പണിയുകയും അവിടെ യൂദയയിലെ രാജവീഥികൾ കാക്കുന്നതിന് കുതിരപ്പടയാളികളെയും ഭടന്മാരെയും നിർത്തുകയും ചെയ്യും. അധ്യായം 16. സെബന്തിയൂസിന്റെ മേൽ വിജയം. യോഹന്നാൻ ഗസറായിൽ നിന്ന് തന്റെ പിതാവ് ശിമയോന്റെ അടുക്കലെത്തി സെന്തേബോയും പ്രവർത്തിച്ചതൊക്കെയും അറിയിച്ചു. ശിമയോൻ തന്റെ മൂത്തപുത്രന്മാരായ യൂദാസിനെയും യോഹന്നാനെയും വിളിച്ച് ഇങ്ങനെ പറഞ്ഞു: ഞങ്ങളുടെ ചെറുപ്പം മുതൽ ഈ ദിവസം വരെ ഞാനും എൻ്റെ സഹോദരന്മാരും പിതൃഭവനവും ഇസ്രായേലിനു വേണ്ടി യുദ്ധം ചെയ്ത് ഞങ്ങളുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ ഭംഗിയായി നടക്കുകയും ഞങ്ങൾ പലപ്പോഴും ഇസ്രായേലിന് മോചനം നേടിക്കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ എനിക്ക് വയസ്സായി. ദൈവകൃപയാൽ നിങ്ങൾക്ക് പ്രായപൂർത്തി വന്നിരിക്കുന്നു. അതിനാൽ എൻ്റെയും എൻ്റെ സഹോദരന്മാരുടെയും സ്ഥാനമേറ്റെടുത്ത്
നമ്മുടെ രാജ്യത്തിന് വേണ്ടി പൊരുതുക. സ്വർഗത്തിൽ നിന്നുള്ള സഹായം നിങ്ങൾക്കുണ്ടാകട്ടെ. യോഹന്നാൻ രാജ്യത്ത് നിന്ന് 20,000 യോദ്ധാക്കളെയും കുതിരപ്പടയാളികളെയും തിരഞ്ഞെടുത്ത് സെന്തേബിയൂസിനെതിരെ മുന്നേറി. രാത്രി മോദയിനിൽ പാളയമടിച്ചു. അവർ അതിരാവിലെ എഴുന്നേറ്റ് സമതലത്തിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ ഭടന്മാരും കുതിരപ്പടയാളികളും അടങ്ങിയ ഒരു വലിയ സൈന്യം തങ്ങൾക്കെതിരെ വരുന്നത് കണ്ടു. ഇരുവർക്കുമിടയിൽ ഒരരുവി ഒഴുകിയിരുന്നു. അവനും സൈന്യവും ശത്രുവിനെതിരെ അണിനിരന്ന് അരുവി കടക്കാൻ ഭടന്മാർ ഭയപ്പെടുന്നത് കണ്ട് അവൻ ആദ്യം അത് കടന്നു. അത് കണ്ട് പിന്നാലെ അവരും അരുവി കടന്നു. തന്റെ സേനയെ വിഭജിച്ച് കുതിരപ്പടയാളികളെ അവൻ കാലാൾപ്പടയ്ക്ക് മധ്യേ നിർത്തി. കാരണം ശത്രുവിന്റെ കുതിരപ്പടയാളികൾ അസംഖ്യമായിരുന്നു. അവർ കാഹളം മുഴക്കി സെന്തേബിയോസും സൈന്യവും പലായനം ചെയ്തു. അവരിൽ പലരും മുറിവേറ്റു വീണു. അവശേഷിച്ചവർ കോട്ടയ്ക്കുള്ളിൽ അഭയം പ്രാപിച്ചു. യോഹന്നാന്റെ സഹോദരൻ യൂദാസിന് മുറിവേറ്റു. എന്നാൽ യോഹന്നാൻ സെന്തേബിയൂസിനെ അവൻ പണികഴിപ്പിച്ച കെദ്രോൻ കോട്ട വരെ പിന്തുടർന്നു. അസോത്തൂസ് വയലുകളിലെ ഗോപുരങ്ങളിലും അവർ അഭയം പ്രാപിച്ചു. യോഹന്നാൻ അത് അഗ്നിക്കിരയാക്കി. ഏകദേശം 2000 പേർ മരിച്ചു വീണു. യോഹന്നാൻ സുരക്ഷിതനായി യൂദയായിലേക്ക് മടങ്ങി. ശിമയോന്റെ മരണം. അബൂബൂസിന്റെ മകൻ ടോളമി ജെറീക്കോ സമതലത്തിന്റെ അധിപനായി നിയമിക്കപ്പെട്ടു. അവന് ധാരാളം സ്വർണവും വെള്ളിയും ഉണ്ടായിരുന്നു. പ്രധാന പുരോഹിതന്റെ ജാമാതാവായിരുന്നു അവൻ. അഹങ്കാരം പൂണ്ട് രാജ്യം കൈയടക്കാൻ അവൻ തീരുമാനിച്ചു. ശിമയോനെയും പുത്രന്മാരെയും നശിപ്പിക്കാൻ അവൻ ദുരാലോചന നടത്തി. അപ്പോൾ ശിമയോൻ രാജ്യത്തെ നഗരങ്ങൾ സന്ദർശിച്ച് അവിടുത്തെ ആവശ്യങ്ങളിൽ ശ്രദ്ധ പതിച്ചുകൊണ്ടിരുന്നു. 177 ആണ്ട് 11 മാസത്തിൽ ഷേബാത്തിൽ അവൻ പുത്രന്മാരായ മത്താത്തിയാസും യൂദാസുമൊത്ത് ജെറീക്കോയിലേക്ക് പോയി. അബൂബൂസിന്റെ പുത്രൻ താൻ നിർമ്മിച്ച ദോക്ക് എന്ന ചെറിയ കോട്ടയിൽ അവരെ വഞ്ചനാപൂർവം സ്വീകരിച്ചു. അവർ വലിയൊരു വിരുന്ന് നൽകി. തന്റെ ആൾക്കാരെ അവൻ അവിടെ ഒളിപ്പിച്ചു നിർത്തിയിരുന്നു. ശിമയോനും പുത്രന്മാരും കൂടി കുടിച്ചു ഉന്മത്തരായപ്പോൾ ടോളമിയും അവന്റെ ആൾക്കാരും ആയുധങ്ങളുമായി അടുത്ത് വിരുന്നുശാലയിൽ വെച്ച് ശിമയോനെയും ഇരുപുത്രന്മാരെയും ഏതാനും സേവകരെയും വധിച്ചു. അങ്ങനെ അവർ വൻ ചതി കാണിക്കുകയും നന്മയ്ക്ക് പകരം തിന്മ പ്രവർത്തിക്കുകയും ചെയ്തു. ഈ വിവരങ്ങളെല്ലാം കാണിച്ച് ടോളമി രാജാവിന് എഴുതി. തന്റെ സഹായത്തിനായി സൈന്യങ്ങളെ അയക്കണമെന്ന് നഗരങ്ങളും രാജ്യവും തനിക്ക് ഏൽപ്പിച്ചു തരണമെന്നും അവൻ അഭ്യർത്ഥിച്ചു. യോഹന്നാനെ നിഗ്രഹിക്കാൻ ഗസാറയിലേക്ക് അവൻ ഒരു സേനാ വിഭാഗത്തെ അയച്ചു. സ്വർണവും വെള്ളിയും സമ്മാനങ്ങളും സ്വീകരിക്കാൻ വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവൻ സേനാധിപന്മാർക്ക് കത്തുകൾ അയച്ചു. മറ്റൊരു വിഭാഗത്തെ ജെറുസലേമും ദേവാലയഗിരിയും അധീനമാക്കാൻ അയച്ചു. ഗസറായിലുള്ള യോഹന്നാന്റെ അടുത്തേക്ക് ആരോ ഓടിച്ചെന്ന് അവന്റെ പിതാവും സഹോദരന്മാരും കൊല്ലപ്പെട്ടു എന്നും അവനെയും വധിക്കാൻ ടോളമി ആളയച്ചിരിക്കുന്നു എന്നും അറിയിച്ചു. ഇത് കേട്ട് അവൻ സ്തബ്ധനായി. തന്നെ നശിപ്പിക്കുവാൻ വന്നവരെ അവൻ പിടികൂടി വധിച്ചു. തന്നെ വധിക്കാനാണ് അവർ വന്നിരിക്കുന്നതെന്ന് അവന് അറിവ് കിട്ടിയിരുന്നല്ലോ. യോഹന്നാന്റെ മറ്റു പ്രവർത്തനങ്ങളും അവന്റെ യുദ്ധങ്ങളും ധീരകൃത്യങ്ങളും മതിൽ നിർമ്മാണവും എല്ലാം പിതാവിന്റെ മരണത്തിന് ശേഷം അവൻ പുരോഹിതനായ നാൾ മുതലുള്ള പ്രധാന പൗരോഹിത്യത്തിന്റെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 മക്കബായർ അധ്യായം 1. ദേവാലയ പ്രതിഷ്ഠ. 1-ാമത്തെ കത്ത്. ഈജിപ്തിലെ യഹൂദ സഹോദരന്മാർക്ക് ജെറുസലേമിലും യൂദയാദേശത്തുമുള്ള യഹൂദ സഹോദരൻ സമാധാനം ആശംസിക്കുന്നു. ദൈവം നിങ്ങൾക്ക് ശുഭം വരുത്തുകയും തന്റെ വിശ്വസ്തദാസന്മാരായ അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി സ്മരിക്കുകയും ചെയ്യട്ടെ.
സർവാത്മന അവിടുത്തെ ഹിതം അനുവർത്തിക്കുന്നതിലും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തന്റെ കൽപ്പനകളും പ്രമാണങ്ങളും പ്രവേശിക്കാൻ അവിടുന്ന് നിങ്ങളുടെ ഹൃദയം തുറക്കുകയും നിങ്ങൾക്ക് സമാധാനം നൽകുകയും ചെയ്യട്ടെ. അവിടുന്ന് നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കുകയും നിങ്ങളോട് രഞ്ജിപ്പിലാവുകയും ചെയ്യട്ടെ. കഷ്ടകാലത്ത് നിങ്ങളെ അവിടുന്ന് കൈവടിയാതിരിക്കട്ടെ. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. 119 വർഷം ദെമേത്രിയൂസിന്റെ മരണകാലത്ത് യഹൂദരായ ഞങ്ങൾക്ക് കഠിനയാതനകൾ നേരിട്ടപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് എഴുതിയിരുന്നു. അക്കാലത്ത് ജാസനും കൂട്ടരും വിശുദ്ധദേശത്തെ രാജ്യം മുഴുവനിലും കലാപമുണ്ടാക്കുകയും ദേവാലയ കവാടങ്ങൾ കത്തിച്ചു കളയുകയും നിഷ്കളങ്ക രക്തം ചിന്തുകയും ചെയ്തു. ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുകയും അവിടുന്ന് അത് കേൾക്കുകയും ചെയ്തു. ഞങ്ങൾ ദഹനബലികളും ധാന്യബലികളും അർപ്പിച്ചു. ദീപം തെളിയിക്കുകയും കാഴ്ചയ്ക്ക് അപ്പം ഒരുക്കി വയ്ക്കുകയും ചെയ്തു. 188 വർഷം കിസ്ലേവ് മാസത്തിൽ കൂടാരത്തിരുന്നാൾ ആഘോഷിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കത്ത്. ജെറുസലേമിലും യൂദയായിലും ഉള്ളവരും ആലോചനാ സംഘവും യൂദാസും അഭിഷിക്ത പുരോഹിതന്മാരുടെ ഭവനത്തിൽപ്പെട്ടവനും ടോളമി രാജാവിന്റെ ഗുരുവുമായ അരിസ്തോബലൂലുസിനും ഈജിപ്തിലെ യഹൂദന്മാർക്കും അഭിവാദനം അർപ്പിക്കുകയും ആയുരാരോഗ്യങ്ങൾ നേരുകയും ചെയ്യുന്നു. കൊടിയ വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും രാജാവിനെതിരെ ഞങ്ങളെ തുണയ്ക്കുകയും ചെയ്ത ദൈവത്തിന് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. വിശുദ്ധ നഗരത്തെ ആക്രമിച്ചവരെ അവിടുന്ന് തുരത്തി. പേർഷ്യയിലെത്തിയ സേനാധിപതിയും അപ്രതിരോധ്യമായ സേനയും നനയ ക്ഷേത്രത്തിൽ വെച്ച് നനയയുടെ പുരോഹിതന്മാരുടെ ചതിപ്രയോഗത്താൽ വധിക്കപ്പെട്ടു. വൻപിച്ച ക്ഷേത്ര നിക്ഷേപം സ്ത്രീധനമായി കൈവശമാക്കാൻ മോഹിച്ച അന്ത്യോക്കസ് നനയെ പരിഗ്രഹിക്കാനെന്ന ഭാവേന അനുചരന്മാരുമൊത്തെ അവിടെ എത്തി. ക്ഷേത്ര പുരോഹിതന്മാർ നിക്ഷേപങ്ങൾ അവരുടെ മുൻപിൽ നിരത്തി വെച്ചു. അന്ത്യോക്കസ് ഏതാനും പേരോടുകൂടെ ക്ഷേത്രവളപ്പിൽ പ്രവേശിച്ച് ഉടനെ അവർ വാതിലടച്ചു. മച്ചിലെ ഒളിവാതിൽ തുറന്ന് കല്ലെറിഞ്ഞ് അവർ സേനാധിപതിയെയും അനുയായികളെയും വീഴ്ത്തി അംഗഭംഗപ്പെടുത്തുകയും തലപ്പെട്ടി പുറത്തുള്ളവർക്ക് എറിഞ്ഞു കൊടുക്കുകയും ചെയ്തു. അധർമ്മികൾക്ക് തക്ക ശിക്ഷ നൽകിയ ദൈവം എല്ലാവിധത്തിലും വാഴ്ത്തപ്പെടട്ടെ. കിസ്ലേവ് മാസം 25-ാം ദിവസം ഞങ്ങൾ ദേവാലയ ശുദ്ധീകരണ തിരുനാൾ ആഘോഷിക്കുന്ന വിവരം നിങ്ങളും അറിയേണ്ടതാണ്. കാരണം കൂടാരത്തിരുനാളും ദേവാലയവും ബലിപീഠവും നിർമ്മിച്ച നെഹേമിയ ബലികൾ അർപ്പിച്ചപ്പോൾ നൽകപ്പെട്ട അഗ്നിയുടെ തിരുനാളും നിങ്ങൾ ആഘോഷിക്കേണ്ടതാണല്ലോ. നമ്മുടെ പിതാക്കന്മാർ അടിമകളായി പേർഷ്യയിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ ഭക്തന്മാരായ പുരോഹിതന്മാർ ബലിപീഠത്തിൽ നിന്ന് അല്പം അഗ്നിയെടുത്ത് ഒട്ടക്കിണറ്റിൽ ഒളിച്ചു വെച്ചു. അത് രഹസ്യമായിരിക്കാൻ അവർ വേണ്ട മുൻകരുതലുകളും ചെയ്തു. വളരെ കൊല്ലങ്ങൾക്ക് ശേഷം ദൈവകൃപയാൽ പേർഷ്യ രാജാവ് നിയോഗിച്ച നെഹേമിയ പുരോഹിതന്മാർ ഒളിച്ചു സൂക്ഷിച്ച അഗ്നി എടുത്തുകൊണ്ടുവരുവാൻ അവർ പിൻഗാമികളോട് നിർദ്ദേശിച്ചു. അവർ മടങ്ങി വന്ന് അഗ്നി കണ്ടെത്തിയില്ലെന്നും എന്നാൽ ഒരു കൊഴുത്ത ദ്രാവകം കണ്ടെന്നും അറിയിച്ചു. അത് കോരിക്കൊണ്ടുവരുവാൻ നെഹമിയ ആജ്ഞാപിച്ചു. ബലിവസ്തുക്കൾ ഒരുക്കുമ്പോൾ വിറകിന്മേലും ബലിവസ്തുവിന്മേലും ആ ദ്രാവകം തളിക്കാൻ പുരോഹിതന്മാരോട് അവർ നിർദ്ദേശിച്ചു. അപ്രകാരം ചെയ്ത് അല്പനേരം കഴിഞ്ഞപ്പോൾ മേഘാവൃതമായിരുന്ന സൂര്യൻ തെളിയുകയും വലിയൊരഗ്നി ആളിക്കത്തുകയും ചെയ്തു. എല്ലാവരും അത്ഭുതപ്പെട്ടു. ബലിവസ്തു ദഹിക്കുമ്പോൾ പുരോഹിതന്മാരും ജനങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ജോനാഥൻ പ്രാർത്ഥന നയിക്കുകയും ജനം നെഹെമിയായോടൊത്ത് പ്രതിവചനം ചൊല്ലുകയും ചെയ്തു. അവർ ഇങ്ങനെ പ്രാർത്ഥിച്ചു:
സകലത്തിന്റെയും സൃഷ്ടാവും ദൈവവുമായ കർത്താവേ, ഏകരാജാവും ദയാലുവുമായ അങ്ങ് ഭീതികരനും ബലവാനും നീതിമാനും കാരുണ്യവാനുമാണ്. അങ്ങ് മാത്രമാണ് ഉദാരനും നീതിമാനും സർവശക്തനും നിത്യനുമായവൻ. എല്ലാ തിന്മകളിൽ നിന്ന് ഇസ്രായേലിനെ അങ്ങ് രക്ഷിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പിതാക്കന്മാരെ തിരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ചു. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഈ ബലി സ്വീകരിക്കുകയും അങ്ങയുടെ ഓഹരിയായ അവരെ കാത്തു രക്ഷിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യണമേ. ചിതറിപ്പോയ ഞങ്ങളുടെ ജനത്തെ ഒന്നിച്ചു കൂട്ടുകയും വിജാതീയരുടെ ഇടയിൽ അടിമകളായി തീർന്നവരെ സ്വതന്ത്രരാക്കുകയും ചെയ്യണമേ. നിന്ദരെയും പുറന്തള്ളപ്പെട്ടവരെയും കടാക്ഷിക്കണമേ. അവിടുന്നാണ് ഞങ്ങളുടെ ദൈവമെന്ന് വിജാതീയർ അറിയാൻ ഇടയാകട്ടെ. മർദ്ദകരെയും അഹങ്കാരം കൊണ്ട് മതിച്ചവരെയും ശിക്ഷിക്കണമേ. മോശ പറഞ്ഞിട്ടുള്ളതുപോലെ അങ്ങയുടെ ജനത്തെ വിശുദ്ധ സ്ഥലത്ത് നട്ടു വളർത്തണമേ. അനന്തരം പുരോഹിതന്മാർ കീർത്തനങ്ങൾ ആലപിച്ചു. ബലിവസ്തു ദഹിച്ചു കഴിഞ്ഞപ്പോൾ ബാക്കിയുണ്ടായിരുന്ന ദ്രാവകം വലിയ കല്ലുകളുടെ മേൽ ഒഴിക്കുന്നതിന് നെഹെമിയ കൽപ്പിച്ചു. അങ്ങനെ ചെയ്തപ്പോൾ ഒരു അഗ്നിജ്വാലയുണ്ടായി. ബലിപീഠത്തിൽ നിന്നുള്ള പ്രകാശം തട്ടിയപ്പോൾ ആ ജ്വാല കെട്ടടങ്ങി. ഈ വസ്തുത പ്രസിദ്ധമായി. പ്രവാസത്തിലേക്ക് നയിക്കപ്പെട്ട പുരോഹിതന്മാർ അഗ്നി സൂക്ഷിച്ചിരുന്ന സ്ഥലത്ത് ഒരു ദ്രാവകം കണ്ടെന്നും അതുപയോഗിച്ച് നെഹെമിയായും അനുചരന്മാരും ബലിവസ്തുക്കൾ ദഹിപ്പിച്ചെന്നും കേട്ട പേർഷ്യ രാജാവ് വസ്തുതകളെ പറ്റി അന്വേഷിക്കുകയും ആ സ്ഥലം വിശുദ്ധമായി പ്രഖ്യാപിച്ചു ചുറ്റും മതിൽ കെട്ടുകയും ചെയ്തു. തനിക്ക് പ്രീതി തോന്നിയവർക്കെല്ലാം രാജാവ് നല്ല സമ്മാനം കൊടുത്തു. നെഹെമിയായും അനുചരന്മാരും ആ സ്ഥലത്തിന് ശുദ്ധീകരണം എന്നർത്ഥമുള്ള നെഫ്താർ എന്ന് പേരിട്ടു. എന്നാൽ അധികം പേരും നഫ്ത എന്ന് വിളിക്കുന്നു. മുൻപ് പറഞ്ഞതുപോലെ നാട് കടത്തപ്പെട്ടവരോട് ജെറമിയ പ്രവാചകൻ അല്പം അഗ്നി എടുത്ത് സൂക്ഷിക്കുവാൻ ആജ്ഞാപിച്ചു. നിയമം നൽകിയതിനു ശേഷം അവരോട് കർത്താവിന്റെ കൽപ്പന വിസ്മരിക്കരുതെന്നും സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമുള്ള വിഗ്രഹങ്ങളും അവരുടെ അലങ്കാരങ്ങളും കണ്ട് വഴിതെറ്റി പോകരുതെന്നും അവരുടെ ഹൃദയത്തിൽ നിന്ന് നിയമം വെടിയരുതെന്നും അവൻ ഉപദേശിച്ചു. ഇതെല്ലാം രേഖകളിൽ കാണുന്നുണ്ട്. രേഖയിൽ ഇങ്ങനെയും കാണുന്നു: ദൈവത്തിന്റെ അരുളപ്പാടനുസരിച്ച് കൂടാരവും പേടകവും തന്റെ പിന്നാലെ കൊണ്ടുവരുവാൻ പ്രവാചകൻ കൽപ്പിച്ചു. ദൈവം നൽകുന്ന അവകാശഭൂമി കാണാൻ മോശ കയറിയ മലയിലേക്ക് അവൻ പോയി. അവിടെ ജെറമിയ ഒരു ഗുഹ കണ്ടു. കൂടാരവും പേടകവും ധൂപപീഠവും അതിൽ വെച്ച് പ്രവേശനദ്വാരം അടച്ചു ഭദ്രമാക്കി. അനുയായികളിൽ ചിലർ അങ്ങോട്ടുള്ള വഴി അടയാളപ്പെടുത്തുവാൻ മുതിർന്നെങ്കിലും വഴി കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ജെറമിയ ഇതറിഞ്ഞ് ശകാരിച്ചുകൊണ്ട് പറഞ്ഞു, ദൈവം തന്റെ ജനത്തെ വീണ്ടും ഒരുമിച്ച് കൂട്ടുകയും അവരോട് കരുണ കാണിക്കുകയും ചെയ്യുന്നതുവരെ ഈ സ്ഥലം അജ്ഞാതമായിരിക്കും. അന്ന് കർത്താവ് ഇത് വെളിപ്പെടുത്തും. മോശയുടെ കാര്യത്തിലും സ്ഥലത്തെ പവിത്രീകരിക്കണമെന്ന് പ്രാർത്ഥിച്ച സോളമന്റെ കാര്യത്തിലും സംഭവിച്ചതുപോലെ കർത്താവിന്റെ മഹത്വവും മേഘവും അന്നും പ്രത്യക്ഷപ്പെടും. ജ്ഞാനിയായ സോളമൻ ദേവാലയ പൂർത്തീകരണത്തിന്റെയും പ്രതിഷ്ഠയുടെയും ബലിയർപ്പിച്ചു എന്ന് വ്യക്തമാണ്. മോശ കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തു നിന്ന് അഗ്നി ഇറങ്ങി ബലിവസ്തുക്കൾ ദഹിപ്പിച്ചതുപോലെ സോളമൻ പ്രാർത്ഥിച്ചപ്പോഴും സംഭവിച്ചു. പാപപരിഹാര ബലിയായി അർപ്പിക്കപ്പെട്ടവ ഭക്ഷിക്കാൻ പാടില്ലാത്തതിനാലാണ് അവ ദഹിപ്പിക്കപ്പെട്ടത് എന്ന് മോശ പറഞ്ഞു. സോളമൻ 8 ദിവസം ഇതുപോലെ തിരുനാൾ ആഘോഷിച്ചു. ഇക്കാര്യങ്ങൾ രേഖകളിലും നെഹെമിയയുടെ സ്മരണകളിലും എഴുതപ്പെട്ടിട്ടുണ്ട്. നെഹെമിയ ഒരു ഗ്രന്ഥശാല സ്ഥാപിച്ചെന്നും രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും കുറിച്ചുള്ള ഗ്രന്ഥങ്ങളും ദാവീദിന്റെ കൃതികളും സ്വാഭിഷ്ട കാഴ്ചകളെ കുറിച്ചുള്ള രാജാക്കന്മാരുടെ ശാസനങ്ങളും അതിൽ സംഭരിച്ചെന്നും അവയിൽ കാണുന്നു. കൂടാതെ യുദ്ധത്തിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഗ്രന്ഥങ്ങളും യൂദാസ് സംഭരിച്ചു. അവ ഞങ്ങളുടെ കൈവശമുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആളയക്കുക, കൊടുത്തുവിടാം.
ഞങ്ങൾ ശുദ്ധീകരണ തിരുനാൾ ആഘോഷിക്കുവാൻ തുടങ്ങുകയാണ് എന്നറിയിക്കാനാണ് നിങ്ങൾക്ക് ഈ കത്തെഴുതുന്നത്. നിങ്ങളും ഈ തിരുനാൾ ആചരിക്കുമല്ലോ. നിയമം വഴി വാഗ്ദാനം ചെയ്തിരുന്നതുപോലെ ദൈവം തന്റെ ജനത്തെ രക്ഷിക്കുകയും അവർക്ക് അവകാശം തിരികെ കൊടുക്കുകയും രാജ്യത്വവും പൗരോഹിത്യവും വിശുദ്ധീകരണവും പുനഃസ്ഥാപിക്കുകയും ചെയ്യും. ദൈവം നമ്മുടെ മേൽ താമസിയാതെ കരുണ കാണിക്കുമെന്നും ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്ന് നമ്മെ വിശുദ്ധ സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടുമെന്നും ഞങ്ങൾക്ക് പ്രത്യാശയുണ്ട്. കാരണം അവിടെ നീ നമ്മെ വലിയ അനർത്ഥങ്ങളിൽ നിന്ന് രക്ഷിക്കുകയും തന്റെ സ്ഥലം ശുദ്ധീകരിക്കുകയും ചെയ്തു. ഗ്രന്ഥകാരന്റെ മുഖവുര. യൂദാസ് മക്കേബിയൂസിന്റെയും സഹോദരന്മാരുടെയും ചെയ്തികൾ, ദേവാലയ ശുദ്ധീകരണം, ബലിപീഠ പ്രതിഷ്ഠ, അന്ത്യോക്കസ് എപ്പിനഫാസിനും പുത്രൻ യുപത്തോറിനും എതിരെ നടന്ന യുദ്ധങ്ങൾ, യഹൂദ വിശ്വാസത്തെ സംരക്ഷിക്കാൻ തീഷ്ണതയോടെ പ്രവർത്തിച്ചവർക്കും സ്വർഗത്തിൽ നിന്ന് ലഭിച്ച ദർശനം, സംഖ്യയിൽ ചെറുതെങ്കിലും കർത്താവ് ദയവായപ്പോടെ തങ്ങളിൽ പ്രസാദിച്ചതിനാൽ അവർ നാട് മുഴുവൻ പിടിച്ചടക്കിയത്, ആ കിരാതവർഗങ്ങളെ അനുധാവനം ചെയ്തത്, ലോകം പ്രസിദ്ധിയാർജിച്ച ദേവാലയം വീണ്ടെടുക്കുകയും നഗരത്തെ സ്വതന്ത്രമാക്കുകയും അസാധുവാക്കാനിരുന്ന നിയമങ്ങൾ പുനഃസ്ഥാപിക്കുകയും ചെയ്തത്. ഇവയുടെ വിവരണം കിരോനേക്കാരൻ ജാസൻ 5 വാല്യങ്ങളിലായി തയ്യാറാക്കിയിട്ടുണ്ട്. അതൊരു പുസ്തകത്തിൽ സംക്ഷേപിക്കാൻ ഞങ്ങൾ ശ്രമിക്കാം. ഇതിലുള്ള സംഖ്യകളുടെ പെരുപ്പവും ചരിത്ര വൃത്താന്തങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വസ്തുതകളുടെ ബാഹുല്യം മൂലം ഉളവാകുന്ന പ്രയാസവും ഞങ്ങൾ കണക്കിലെടുക്കുന്നുണ്ട്. വായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആസ്വാദ്യവും മനഃപ്പാഠമാക്കാനിരിക്കുന്നവർക്ക് സുഖകരവും എല്ലാ വായനക്കാർക്കും ഉപകാരപ്രദവുമാക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അധ്യായം 2. ഗ്രന്ഥകാരന്റെ മുഖവുര കണ്ടിന്യൂഷൻ. മറ്റുള്ളവരെ സംതൃപ്തരാക്കാൻ തക്കവിധം വിരുന്നൊരുക്കുക എളുപ്പമല്ലാത്തതുപോലെ ഗ്രന്ഥ സംപ്രേക്ഷണം ഏറ്റെടുത്തിരിക്കുന്ന ഞങ്ങൾക്ക് അത് സാധ്യമല്ല. വിയർപ്പൊഴുക്കലും ഉറക്കമിളക്കും അത് ആവശ്യപ്പെടുന്നു. എങ്കിലും ഏറെ പേരെ സംതൃപ്തരാക്കാൻ വേണ്ടി ക്ലേശകരമായ ഈ ജോലി ഞങ്ങൾ സന്തോഷത്തോടെ നിർവഹിക്കുന്നു. വസ്തുതകൾ സംക്ഷേപിച്ച് രൂപരേഖ തയ്യാറാക്കുന്നതിലാണ് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളത്. സൂക്ഷ്മമായ വിശദാംശങ്ങൾ മൂലഗ്രന്ഥകാരനെ ഞങ്ങൾ വിട്ടിരിക്കുന്നു. പുതിയ വീട് പണിയുന്ന ശില്പി കെട്ടിടത്തിന്റെ എല്ലാ വിശദാംശങ്ങളിലും ശ്രദ്ധിക്കുന്നു. എന്നാൽ ചരിത്രമെഴുത്തും അലങ്കാരപ്പണിയും ചെയ്യുന്നയാൾ അതിന്റെ മോടി മാത്രം ശ്രദ്ധിച്ചാൽ മതി. എൻ്റെ അഭിപ്രായത്തിൽ ഞങ്ങളുടെ കാര്യവും ഇതുപോലെയാണ്. വിഷയം എല്ലാ വശത്തു നിന്നും പരിശോധിച്ചറിയുകയും വിശദാംശങ്ങൾ സൂക്ഷ്മമായി ക്രോഡീകരിക്കുകയുമാണ് മൂലചരിത്രകാരന്റെ ധർമ്മം. വിവരണം പുനരാഖ്യാനം ചെയ്യുന്നവന് ആവിഷ്കാരത്തിന്റെ സംക്ഷിപ്തതയിൽ ശ്രദ്ധിച്ച് സമ്പൂർണ്ണ വർണ്ണന ഉപേക്ഷിക്കാൻ അവകാശമുണ്ട്. ഈ അടിസ്ഥാനത്തിൽ ഇനി ഏറെ ഒന്നും പറയാതെ നമ്മുടെ പ്രതിപാദനം ആരംഭിക്കാം. ചരിത്രം തന്നെ വെട്ടിച്ചുരുക്കുമ്പോൾ മുഖവര ദീർഘിക്കുന്നത് ഉചിതമല്ലല്ലോ. ദേവാലയത്തിന് സംരക്ഷണം. പ്രധാന പുരോഹിതൻ ഓനിയാസ് ദൈവഭക്തനും തിന്മയെ വെറുക്കുന്നവനുമായിരുന്നതിനാൽ വിശുദ്ധ നഗരത്തിൽ സമാധാനം അന്യൂനമായി നിലനിന്നു. നിയമങ്ങൾ നന്നായി പരിപാലിക്കപ്പെട്ടു. അന്ന് രാജാക്കന്മാർ വിശുദ്ധ സ്ഥലത്തെ ആദരിക്കുകയും വിശിഷ്ടമായ സമ്മാനങ്ങൾ നൽകി ദേവാലയത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു. ഏഷ്യയിലെ രാജാവായ സെല്യൂക്കസ് പോലും ബലിയർപ്പണത്തിന് ആവശ്യമായ തുക സ്വന്തം ഭണ്ഡാരത്തിൽ നിന്ന് നൽകിപ്പോന്നു. എന്നാൽ ബെഞ്ചമിൻ ഗോത്രജനായ ശിമയോൻ ദേവാലയ വിചാരിപ്പുകാരനായി നിയമിക്കപ്പെട്ടപ്പോൾ നഗരത്തിലെ ചന്തയുടെ നടത്തിപ്പ് സംബന്ധിച്ച് പ്രധാന പുരോഹിതൻ ഒനാസിയസുമായി ഇടഞ്ഞു. ഓനിയാസ് വഴങ്ങാഞ്ഞതിനാൽ ശിമയോൻ ദക്ഷിണ സിറിയയുടെയും ഫെനീഷ്യയുടെയും ആധിപത്യം താർത്തൂസുകാരനായ അപ്പോളോണോസിനെ സമീപിച്ചു. ജെറൂസലമിലെ ഭണ്ഡാരം കണക്കില്ലാത്ത പണം കൊണ്ട് നിറഞ്ഞെന്നും അത് ബലിയർപ്പണത്തിന്റെ ഇനത്തിൽപ്പെട്ടതല്ലെന്നും രാജാവിന്റെ നിയന്ത്രണത്തിൽ വരുത്താൻ കഴിയുമെന്നും അവൻ അറിയിച്ചു.
രാജാവിനെ സന്ദർശിച്ച് അപ്പോളോണിയോസ് ഈ പണത്തെപ്പറ്റി തനിക്ക് കിട്ടിയ വിവരങ്ങൾ പറഞ്ഞു. പണം എടുത്തു മാറ്റുന്നതിന് തൻ്റെ കാര്യസ്ഥനായ ഹെലിയോദോറോസിനെ രാജാവ് നിയോഗിച്ചു. ഹെലിയോദോറസ് ഉടൻ തന്നെ ദക്ഷിണ സിറിയയിലെയും ഫെനീഷ്യയിലെയും നഗരങ്ങൾ പരിശോധിക്കാനെന്ന ഭാവേന പുറപ്പെട്ടു. രാജകൽപ്പന നടക്കുകയായിരുന്നു അവന്റെ യഥാർത്ഥ ഉദ്ദേശം. ജെറുസലേമിലെത്തിയപ്പോൾ പ്രധാന പുരോഹിതൻ അവരെ സൗഹാർദ്ദപൂർവ്വം സ്വീകരിച്ചു. ആഗമനോദ്ദേശം അറിയിച്ച ശേഷം അവൻ തനിക്ക് ലഭിച്ചിരുന്ന വിവരങ്ങളുടെ സത്യാവസ്ഥയെക്കുറിച്ച് ആരാഞ്ഞു. വിധവകളുടെയും അനാഥരുടെയും നിക്ഷേപങ്ങളും തോബ്യാസിന്റെ പുത്രനും ഉന്നതസ്ഥാനീയനുമായ ഹിർക്കാനോസിന്റെ നിക്ഷേപവും ചേർന്ന് മൊത്തം 400 താലന്ത് വെള്ളിയും 200 താലന്ത് സ്വർണവും ഉണ്ടെന്ന് പ്രധാന പുരോഹിതൻ വിശദീകരിച്ചു. ദുഷ്ടനായ ശിമയോൻ വസ്തുതകൾ അങ്ങേയറ്റം ധരിപ്പിച്ചിരുന്നു. ലോകം മുഴുവൻ ആദരിക്കുന്ന ആ ദേവാലയത്തിന്റെ പവിത്രതയിലും അഭംഗുരതയിലും ആ സ്ഥലത്തിന്റെ പരിശുദ്ധിയിലും വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ജനതയോട് തെറ്റ് ചെയ്യുക അസാധ്യമാണെന്ന് അവൻ പറഞ്ഞു. എന്നാൽ രാജകൽപ്പനയുള്ളതിനാൽ പണമെല്ലാം രാജഭണ്ഡാരത്തിലേക്ക് കണ്ടുകെട്ടേണ്ടതാണെന്ന് ഹെലിയോദോറസ് പറഞ്ഞു. അനന്തരം അവൻ ഒരു ദിവസം നിശ്ചയിച്ച് നിക്ഷേപ പരിശോധനയുടെ മേൽനോട്ടം വഹിക്കാൻ അകത്ത് പ്രവേശിച്ചു. നഗരം ദുഃഖത്തിലാണ്ട്. പുരോഹിതന്മാർ ഔദ്യോഗിക വസ്ത്രങ്ങൾ അണിഞ്ഞ് ബലിപീഠത്തിന് മുമ്പിൽ സാഷ്ടാംഗം വീണ് നിക്ഷേപത്തെക്കുറിച്ച് നിയമം നൽകിയ ദൈവത്തോട് അവ നിക്ഷേപകർക്കായി കാത്തു സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചു. പ്രധാന പുരോഹിതന്റെ അപ്പോഴത്തെ നില ഹൃദയഭേദകമായിരുന്നു. അവന്റെ മുഖഭാവവും വൈവർണ്യവും ഹൃദയവിധേയ വ്യക്തമാക്കി. അവന്റെ ഹൃദയവേദന കാണുന്നവർക്ക് വ്യക്തമാകത്തക്ക വിധം അവനെ ഭയവും വിറയലും ബാധിച്ചു. വിശുദ്ധ മന്ദിരം അവഹേളിക്കാൻ പോകുന്നു എന്നറിഞ്ഞ് ജനം തങ്ങളുടെ വീട് വിട്ടിറങ്ങി കൂട്ടമായി പ്രാർത്ഥനയ്ക്ക് വന്നു. സ്ത്രീകൾ ചാക്കൊടുത്ത് തെരുവീഥികളിൽ തടിച്ചുകൂടി. വീട്ടിനുള്ളിൽ ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന കന്യകമാർ ചിലർ മതിലിലേക്കും ചിലർ കവാടങ്ങളിലേക്കും ഓടി. മറ്റു ചിലർ ജാലകങ്ങളിലൂടെ പുറത്തേക്ക് നോക്കി. എല്ലാവരും സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു. ജനം ഒരുമിച്ച് സാഷ്ടാംഗം വീണ് കിടക്കുന്നതും ഉത്കണ്ഠയാർന്ന മഹാപുരോഹിതൻ കഠിനവേദന അനുഭവിക്കുന്നതും അതിദയനീയമായ കാഴ്ചയായിരുന്നു. വിശ്വസിച്ചേൽപ്പിച്ച നിക്ഷേപങ്ങൾ ഉടമസ്ഥർക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കണമേ എന്ന് അവർ സർവശക്തനായ കർത്താവിനോട് വിളിച്ചപേക്ഷിക്കുമ്പോൾ ഹെലിയോദോറസ് ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. അവൻ അംഗരക്ഷകരോടൊത്ത് ഭണ്ഡാരത്തെ സമീപിച്ചപ്പോൾ സകല ശക്തികളുടെയും സാമ്രാട്ടും പരമാധികാരിയുമായവൻ അതിമഹത്തായ ശക്തി പ്രകടിപ്പിച്ചു. ഹെലിയോദോറസിനെ അനുഗമിക്കാൻ ധൈര്യം കാണിച്ചവർ ദൈവത്തിന്റെ ശക്തി ദർശിച്ചു. സപ്തരും ഭയചകിതരമായി. പ്രൗഢമായ കോപ്പുകൾ അണിഞ്ഞ ഒരു കുതിര ഭയാനകമായ മുഖഭാവമുള്ള ഒരുവനെ വഹിച്ചുകൊണ്ട് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അത് ഹെലിയോദോറസിന്റെ നേരെ കോപാവേശത്തോടെ പാഞ്ഞു ചെന്ന് മുൻകാലുകൾ കൊണ്ട് അവനെ തൊഴിച്ചു. കുതിരപ്പുറത്തിരുന്നവൻ സ്വർണം കൊണ്ടുള്ള പടച്ചട്ടയും ആയുധങ്ങളും ധരിച്ചിരിക്കുന്നതായി കാണപ്പെട്ടു. അസാമാന്യമായ കൽപ്പുള്ള അതീവ സുന്ദരന്മാരായ 2 യുവാക്കൾ മനോഹര വസ്ത്രങ്ങൾ അണിഞ്ഞ് ഹെലിയോദോറസിന്റെ ഇരുവശങ്ങളിൽ നിന്ന് അവനെ നിരന്തരമായി പ്രഹരിക്കുന്നതായും കാണപ്പെട്ടു. അവൻ പെട്ടെന്ന് നിലം പതിച്ചു. അന്ധകാരം അവനെ മൂടി. അനുയായികൾ വന്ന് അവനെ എടുത്ത് മഞ്ചത്തിൽ കിടന്നു. അവർ അവനെ പുറത്തേക്ക് കൊണ്ടുപോയി. വലിയ കമ്പടിയോടും അംഗരക്ഷകരോടും കൂടെ മേൽപ്പറഞ്ഞ ഭണ്ഡാരത്തിൽ പ്രവേശിച്ച ഇവൻ അപ്പോൾ തന്നെ തികച്ചും നിസ്സഹായനായി തീർന്നു. അവർ ദൈവത്തിന്റെ പരമമായ ശക്തി ദർശിച്ചു. ദൈവത്തിന്റെ കരമേറ്റ് സംസാര ശക്തി നഷ്ടപ്പെട്ട് അത് വീണ്ടു കിട്ടുവന്ന പ്രതീക്ഷ ഹെലിയോദോറസ് നിലത്ത് വീണ് കിടക്കുമ്പോൾ സ്വന്തം ആലയം രക്ഷിക്കാൻ അത്ഭുതകരമായി പ്രവർത്തിച്ച കർത്താവിനെ യഹൂദജനം വാഴ്ത്തി. അല്പസമയം മുൻപ് വരെ പരിഭ്രമവും അസ്വസ്ഥതയും മുറ്റുനിന്ന ദേവാലയത്തിൽ സർവശക്തനായ കർത്താവും പ്രത്യക്ഷീഭവിച്ചതിനാൽ ആഹ്ലാദം നിലവിൽ. അന്ത്യശ്വാസം വലിക്കുകയായിരുന്ന ഹെലിയോദോറസിന്റെ ജീവന് വേണ്ടി അത്യുന്നതരോട് പ്രാർത്ഥിക്കാൻ അവന്റെ മിത്രങ്ങളിൽ ചിലർ ഖാനിയോസിനോട് അഭ്യർത്ഥിച്ചു. യഹൂദർ ഹെലിയോദോറസിനെതിരെ ചതി പ്രയോഗിച്ചെന്ന് രാജാവ് വിചാരിക്കുവോ എന്ന് ഭയന്ന് പ്രധാന പുരോഹിതൻ അവന്റെ സുഖപ്രാപ്തിക്കായി ബലിയർപ്പിച്ചു. പ്രധാന പുരോഹിതൻ പരിഹാര ബലി അർപ്പിക്കുമ്പോൾ അതേ യുവാക്കന്മാർ വിഭൂഷകൾ അണിഞ്ഞ് ഹെലിയോദോറസിന് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. പറഞ്ഞു,
പ്രധാന പുരോഹിതനായ ഓനിയോസിനോട് നന്ദിയുള്ളവനായിരിക്കുക. അവനെ പ്രതിയാണ് കർത്താവ് നിന്റെ ജീവൻ രക്ഷിച്ചത്. ദൈവത്താൽ പ്രഹരിക്കപ്പെട്ട നീ അവിടുത്തെ മഹത്തായ ശക്തി ലോകം മുഴുവൻ അറിയിക്കുക. ഇത് പറഞ്ഞിട്ട് അവർ അപ്രത്യക്ഷരായി. ഹെലിയോദോറസ് തന്റെ ജീവൻ രക്ഷിച്ച കർത്താവിന് ബലിയർപ്പിക്കുകയും വലിയ നേർച്ചകൾ നേരുകയും ചെയ്തു. അവൻ ഓനിയോസിനോട് വിടവാങ്ങി രാജസന്നിധിയിലേക്ക് സൈന്യസമേതം യാത്രയായി. പരമോന്നതനായ ദൈവം പ്രവർത്തിച്ചതും സ്വനേത്രങ്ങൾ കണ്ടതുമായ കാര്യങ്ങൾ അവൻ സകല മനുഷ്യരെ മുമ്പാകെ സാക്ഷ്യം നൽകി. മറ്റൊരു സന്ദേശവുമായി ജെറൂസലേമിലേക്ക് അയക്കപ്പെടാൻ ആരാണ് യോഗ്യർ എന്ന് രാജാവ് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, അങ്ങേക്ക് ശത്രുവോ അങ്ങയുടെ ഭരണത്തിനെതിരെ ഗൂഢാലോചന നടത്തുന്നവനോ ഉണ്ടെങ്കിൽ അവനെ അയക്കുക. അടിമുടി പ്രഹരമേറ്റിട്ട് രക്ഷപ്പെട്ടാൽ അങ്ങേക്ക് അവനെ തിരിച്ചു കിട്ടും. ദൈവത്തിന്റെ ശക്തി അവിടെ ഉണ്ടെന്ന് തീർച്ച. സ്വർഗസ്ഥനായ ദൈവമാണ് അവിടം കാക്കുന്നതും അതിന് സഹായം എത്തിക്കുന്നതും അതിനെ ഉപദ്രവിക്കുന്നവരെ അവിടുന്ന് പ്രഹരിച്ച് നശിപ്പിക്കുന്നു. ഇതാണ് ഹെലിയോദോസിന്റെയും ഭണ്ഡാരം സംരക്ഷിക്കപ്പെട്ടതിന്റെയും കഥ. ഓനിയാസിനെതിരെ ആരോപണങ്ങൾ. ഹെലിയോദോറസിനെ പ്രേരിപ്പിച്ച് അനർത്ഥങ്ങൾക്കിടയാക്കി വായിക്കാമല്ലോ. ഹെലിയോദോറസിനെ പ്രേരിപ്പിച്ച അർത്ഥങ്ങൾക്കിടയായത് ഓനിയാസാണെന്ന് ഭരണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകി സ്വരാജ്യത്തെ വഞ്ചിച്ച പ്രസ്തുത ശിമെയോൻ പറഞ്ഞു വരുത്തി. നഗരത്തിന്റെ ഉപകാരിയും ജനത്തിന്റെ സംരക്ഷകനും നിയമങ്ങൾ തീക്ഷ്ണമതിയുമായ അവനെ ഭരണകൂടത്തെ എതിർക്കുന്ന ഉപജാപകനും പഠിച്ചില്ല. ഈ വിരോധം വളർന്ന് അവൻ ശിമെയോന്റെ വിശ്വസ്തരായ അനുചരന്മാരിൽ ഒരുവൻ കൊലപാതകങ്ങൾ പോലും നടത്താൻ തുടങ്ങി. അപ്പോൾ ശിമെയോന്റെ വിരോധം ഗുരുതരമാണെന്നും മെനസ്തേസിന്റെ പുത്രനും ദക്ഷിണ സിറിയയുടെയും ഫെനീഷ്യയുടെയും ഭരണാത്മനുമായ അപ്പോളോണിയുടെയും ദക്ഷിണ സിറിയയുടെയും ഫെനീഷ്യയുടെയും ഭരണാധിപനായ അപ്പോളോണിയസ് അവന്റെ ദുഷ്ടതയ്ക്ക് മൂർച്ച കൂട്ടുന്നുവെന്നും ഓനിയാസ് മനസ്സിലാക്കി. ആരെയും കുറ്റപ്പെടുത്താനല്ല, ജനത്തിന്റെ പൊതു നന്മയും വ്യക്തിപരമായ നന്മയും ലക്ഷ്യമാക്കി അവൻ രാജാവിനെ സമീപിച്ചു. രാജാവ് ഇടപെട്ടില്ലെങ്കിൽ പൊതുകാര്യങ്ങൾ സമാധാനപരമായ ഒത്തുതീർപ്പെത്തുകയില്ലെന്നും ശിമെയോൻ അവിവേകം അവസാനിപ്പിക്കുകയില്ലെന്നും അവന് മനസ്സിലായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ജാസൻ പ്രധാന പുരോഹിതൻ. മരിച്ച ശേഷം എപ്പിഫാനസ് എന്ന് വിളിക്കപ്പെടുന്ന അന്തിയോക്കസ് രാജാവായപ്പോൾ ഓനിയാസിന്റെ സഹോദരൻ ജാസൻ കോഴ കൊടുത്ത പ്രധാന പുരോഹിത സ്ഥാനം കൈക്കലാക്കി. അവൻ രാജാവിനെ കണ്ട് 360 താലന്തും വേറൊരു ഇനത്തിൽ 80 താലന്തും വെള്ളി വാഗ്ദാനം ചെയ്തു. തന്റെ അധികാരത്തിൽ ഒരു കായികാഭ്യാസക്കളരിയും യുവജന സംഘവും സ്ഥാപിക്കാൻ അനുവദിക്കുകയും ജെറൂസലേ പൗരന്മാരെ അന്ത്യോക്യ പൗരന്മാരായി അംഗീകരിക്കുകയും ചെയ്താൽ 150 താലന്ത് കൂടി കൊടുക്കാമെന്ന് അവൻ സമ്മതിച്ചു. രാജാവിന്റെ അനുമതിയോടുകൂടി ജാസൻ പുരോഹിത സ്ഥാനം ഏറ്റെടുത്ത ഉടനെ ജനത്തെ ഗ്രീക്ക് സമ്പ്രദായങ്ങളിലേക്ക് തിരിച്ചു തുടങ്ങി. റോമാക്കാരുമായി സഖ്യം സ്ഥാപിക്കാൻ ദൂതനായി പോയ യൂപ്പൊളോമ്യൂസിന്റെ പിതാവായ യോഹന്നാൻ യഹൂദർക്ക് നേടിക്കൊടുത്ത രാജകീയ ആനുകൂല്യങ്ങൾ അവൻ അവഗണിച്ചു. ജാസൻ നിയമാനുസൃതമായ ജീവിത സമ്പ്രദായങ്ങൾ നാട്ടിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്ത് നിയമവിരുദ്ധമായ പുതിയ ആചാരങ്ങൾ ഏർപ്പെടുത്തി. അവൻ ഉത്സാഹത്തോടെ കോട്ടയ്ക്ക് നേരെ താഴെ ഒരു കായികാഭ്യാസ കളരി സ്ഥാപിക്കുകയും ഗ്രീക്ക് തൊപ്പി ധരിക്കാൻ കുലീന യുവാക്കളെ നിർബന്ധിക്കുകയും ചെയ്തു. അധർമ്മിയും പ്രധാന പുരോഹിതനെന്ന് ഭാവിച്ചവനുമായ ജാസന്റെ അതിരറ്റ ദുഷ്ടത നിമിത്തം ജനം യവനാചാരങ്ങളും വിദേശ സമ്പ്രദായങ്ങളും അങ്ങേയറ്റം വരെ സ്വീകരിച്ചു. പുരോഹിതന്മാർക്ക് ബലിപീഠ ശുശ്രൂഷയിൽ ശുഷ്കാന്തി നശിച്ചു. ചക്രത്തളികയേറിന് സമാനമായവരുടൻ പുരോഹിതന്മാർ വിശുദ്ധ മന്ദിരത്തെ അവഗണിക്കുകയും ബലിയർപ്പണത്തിൽ അനാസ്ഥ കാണിക്കുകയും ചെയ്തുകൊണ്ട് പരിപാടികൾ സംബന്ധിക്കാൻ മത്സര രംഗത്തേക്ക് മുതിരുകയായി. പിതാക്കന്മാർ വിലമതിച്ചതെല്ലാം അവർ പുച്ഛിച്ചു തള്ളുകയും ഗ്രീക്കുകാർ ആദരിച്ചതെല്ലാം വിലമതിക്കുകയും ചെയ്യുന്നു.
തന്മൂലം അവർ കൊടിയ വിപത്തുകളിൽ അകപ്പെട്ടു. അവർ മാനിക്കുകയും അന്യോന്യം അനുകരിക്കാൻ ഇച്ഛിക്കുകയും ചെയ്ത ജീവിത സമ്പ്രദായങ്ങളുടെ ഉടമകൾ ശത്രുക്കളായി തീർന്ന് അവരെ ശിക്ഷിച്ചു. ദൈവിക നിയമങ്ങളോട് അനാദരം കാണിക്കുന്നത് നിസ്സാരമല്ല. ഭാവി സംഭവങ്ങൾ ഈ വസ്തുത തെളിയിക്കും. ടയറിൽ രാജാവിന്റെ സാന്നിധ്യത്തിൽ ചതുർവാർഷിക മത്സരങ്ങൾ നടക്കുമ്പോൾ നീചനായ ജാസൻ അന്ത്യോക്യ പൗരന്മാരായ ജെറൂസലേമിൽ നിന്ന് തിരഞ്ഞെടുത്ത ദൂതന്മാരെ ഹെർക്കുലീസിന് ബലിയർപ്പിക്കാൻ 300 ദ്രാഘമാം വെള്ളിയുമായി അങ്ങോട്ടേക്ക്. പണം കൊണ്ടുപോയവർ അത് ഹെർക്കുലീസിനെ ബലിയർപ്പിക്കാൻ ഉപയോഗിക്കുന്നത് അനുചിതമെന്ന് കരുതി മറ്റൊരു കാര്യത്തിന് വിനിയോഗിച്ചു. പണം കൊടുത്തയച്ചവൻ അതുകൊണ്ട് ഹെർക്കുലീസിന് ബലിയർപ്പിക്കാനാണ് ഉദ്ദേശിച്ചതെങ്കിലും അത് കൊണ്ടുപോയവർ ചെറിയ പാക്കപ്പൽ നിർമ്മിക്കാനാണ് ഉപയോഗിച്ചത്. ഈജിപ്തിൽ ഫിലമോത്തോറിന്റെ കിരീടധാരണത്തിൽ സംബന്ധിക്കാൻ മിനേസ്തേവൂസിന്റെ പുത്രൻ അപ്പോളോണിയോസ് അയക്കപ്പെട്ടപ്പോൾ ഫിലോമെത്തോറിന് തന്നോട് ശത്രുതയുണ്ടെന്ന് അന്ത്യോക്യസ് മനസ്സിലാക്കി. അവൻ തന്റെ സുരക്ഷിതത്വത്തിന് വേണ്ട നടപടികൾ സ്വീകരിച്ചു. ജോപ്പായിലെത്തിയതിനു ശേഷം അവൻ ജെറൂസലേമിലേക്ക് യാത്ര തിരിച്ചു. ജാസനും നഗരവാസികളും അവനെ അത്യാഡംബരപൂർവ്വം പന്തങ്ങളോടും ആർപ്പുവിളികളോടും കൂടെ സ്വീകരിച്ചു. അനന്തരം അവൻ സൈന്യസമേതം ഫെനീഷ്യയിലേക്ക് നീങ്ങി. മെനലാവുസ് പ്രധാന പുരോഹിതൻ. 3 വർഷം കഴിഞ്ഞ ജാസൻ മുൻപ് പറഞ്ഞ ശിമയോന്റെ സഹോദരൻ മെനലാവൂസിനെ രാജാവിന്റെ അടുത്ത് പണം എത്തിക്കാനും സുപ്രധാന കാര്യങ്ങൾ അറിയിച്ചിട്ടുള്ള രാജാവിന്റെ തീരുമാനം അറിയാനുമായി അയച്ചു. രാജസന്നിധിയിലെത്തിയ മെനലാവൂസ് രാജാവിനെ അധികാരഭാവത്തോടെ പുകഴ്ത്തുകയും ജാസനേക്കാൾ 300 താലന്ത് വെള്ളി കൂടുതൽ വാഗ്ദാനം ചെയ്ത് പ്രധാന പുരോഹിത സ്ഥാനം സ്വന്തമാക്കുകയും ചെയ്തു. തിട്ടൂരം നേടി മടങ്ങിയ അവന് പ്രധാന പുരോഹിത സ്ഥാനത്തിന് വേണ്ട ഗുണങ്ങളൊന്നുമില്ലായിരുന്നു. ക്രൂരനായ സ്വച്ഛാധിപതിയുടെ ഉഗ്രകോപവും വന്യമൃഗത്തിന്റെ ക്രൂരതയും മാത്രമുണ്ടായിരുന്നു. സഹോദരനെ സ്ഥാനഭ്രഷ്ടനാക്കിയ ജാസൻ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടു. അവന് അമ്മാൻ നാട്ടിലേക്ക് പലായനം ചെയ്യേണ്ടതായും വന്നു. മെനലാവൂസ് പുരോഹിത സ്ഥാനം കയ്യേറ്റെങ്കിലും വാഗ്ദാനം ചെയ്ത തുക രാജാവിന് ക്രമമായി കൊടുത്തില്ല. കോട്ടയുടെ അധിപനും നികുതി പിരിക്കാൻ ചുമതലയേറ്റവനുമായ സൊസ്ത്രാവുത്തൂസ് അവനോട് പണം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. ഇക്കാര്യത്തെ ചൊല്ലി രാജാവ് ഇരുവരെയും വിളിച്ചു വരുത്തി. പുറപ്പെടുന്നതിന് മുമ്പ് മെനലാവൂസ് സ്വസഹോദരൻ ലിസിമാക്കൂസിനെ പ്രധാന പുരോഹിതന്റെ ചുമതല ഏൽപ്പിച്ചു. സൊസ്ത്രാത്തൂസ് തനിക്ക് പകരം സൈപ്രസ് ഗണത്തിന്റെ സേനാധിപനായ ക്രാറ്റസിനെ നിയോഗിച്ചു. ഓനിയാസ് വധിക്കപ്പെടുന്നു. ഇക്കാലത്ത് രാജാവ് തന്റെ ഉപകാരിയായി അന്ത്യോക്യസിന് താർത്തൂസ്, മുള്ളൂസ് എന്നീ നഗരങ്ങൾ സമ്മാനിച്ചതിനാൽ അവിടെ ജനങ്ങൾ കലാപം ഉണ്ടാക്കി. അതിനാൽ രാജാവ് ഉന്നതസ്ഥാനീയനായ അന്തോനിക്കൂസിനെ തന്റെ ചുമതലകൾ ഏൽപ്പിച്ചിട്ട് ലഹള ഒതുക്കുവാൻ അതിവേഗ യാത്രയായി. പറ്റിയ സന്ദർഭം എന്ന് കണ്ട് മെനലാവൂസ് ദേവാലയത്തിൽ സ്വർണ്ണ പാത്രങ്ങൾ ചിലത് മോഷ്ടിച്ച് അന്തോനിക്കൂസിന് നൽകി. മറ്റു പാത്രങ്ങൾ അവൻ ടയറിനും സമീപ നഗരങ്ങൾക്കും വിറ്റുകഴിഞ്ഞിരുന്നു. ഇതറിഞ്ഞ ഓനിയാസ് അന്ത്യോക്യയ്ക്ക് സമീപമുള്ള ദാഫ്നയിലെ വിശുദ്ധ മന്ദിരത്തിലേക്ക് മാറിയതിനു ശേഷം ഈ പ്രവൃത്തികൾ പരസ്യമാക്കി. അതിനാൽ ഓനിയാസിനെ വധിക്കാൻ മെനലാവൂസ് അന്തോനിക്കൂസിനെ രഹസ്യമായി പ്രേരിപ്പിച്ചു. അന്തോനിക്കൂസ് ഓനിയാസിനെ സമീപിച്ച് വലതു കരങ്ങൾ ചേർത്ത് വഞ്ചനാപൂർവ്വം ശപഥം ചെയ്തു. ഓനിയാസ് അപകടം ശങ്കിച്ചെങ്കിലും അവനെ വിശുദ്ധ മന്ദിരത്തിന് പുറത്തു കൊണ്ടുവരാൻ അന്തോനിക്കൂസിന് കഴിഞ്ഞു. അവൻ നീതിയെക്കുറിച്ച് തെല്ലും വിചാരമില്ലാതെ ഓനിയാസിനെ വധിച്ചു. അന്യായമായി ഈ വിധത്തിൽ യഹൂദരും മറ്റു ജനതയിൽപ്പെട്ട് വളരെ പേരും ദുഃഖിക്കുകയും അമർഷം കൊള്ളുകയും ചെയ്തു. രാജാവ് കിലീക്യ ദേശത്തു നിന്ന് മടങ്ങിയെത്തിയപ്പോൾ നഗരത്തിലെ യഹൂദർ ഓനിയാസിന്റെ അകാരണ വധത്തെക്കുറിച്ച് പരാതി ബോധിപ്പിച്ചു. ഗ്രീക്കുകാരും ഈ അക്രമത്തിനുള്ള തങ്ങളുടെ അമർഷം പ്രകടിപ്പിച്ചു. അന്ത്യോക്കോസ് പരേതന്റെ പരിപാകതയും സത്സ്വഭാവവും അനുസ്മരിച്ച് മനോവ്യഥയും സഹതാപവും കണ്ട് കരഞ്ഞു. പെട്ടെന്ന് കോപം ജ്വലിക്കുകയും അന്തോനിക്കൂസിന്റെ ചെങ്കുപ്പായം ഉരിഞ്ഞുകളയുകയും മേലങ്കി വലിച്ചു കീറുകയും ചെയ്തു.
ആ രക്തദാഹിയെ നഗരത്തിലൂടെ നടത്തിച്ച് ഓനിയാസിനോട് അക്രമം പ്രവർത്തിച്ച സ്ഥലത്ത് കൊണ്ടുവന്ന് കൊന്നുകളഞ്ഞു. കർത്താവ് അവനർപ്പിച്ച ശിക്ഷ നൽകി പകരം വീട്ടി. ലിസിമാക്കൂസ് വധിക്കപ്പെടുന്നു. ലിസിമാക്കൂസ് മെനലാവൂസിന്റെ ഈ മൗനാനുവാദത്തോടെ നഗരത്തിൽ ദൈവദൂഷണപരമായി പലതും പ്രവർത്തിച്ചു. സ്വർണ്ണപാത്രങ്ങളിൽ പലതും മോഷ്ടിക്കപ്പെട്ടു. വിവരം പരസ്യമായപ്പോൾ ജനം ലിസിമാക്കൂസിനെതിരെ സംഘടിച്ചു. ജനങ്ങൾ പ്രക്ഷുബ്ധരാകുന്നത് കണ്ട് ലിസിമാക്കൂസ് കടന്ന പ്രായവും ഒട്ടും കുറയാത്ത പോഷത്വവും ഉള്ള ഔരാനോസിന്റെ നേതൃത്വത്തിൽ 3000 ആളുകളെ സായുധരാക്കി നീതീകരിക്കാനാവാത്ത ആക്രമണം അഴിച്ചുവിട്ടു. ലിസിമാക്കൂസ് ആക്രമിക്കുന്നെന്ന് കണ്ട ഉടനെ യഹൂദരക്ഷകർ അവിടെ കിടന്ന കല്ലുകളും തടിക്കഷങ്ങളും മറ്റു ചിലർ ചാരവും എടുത്ത് കണ്ടപാട് ലിസിമാക്കൂസിന്റെയും അനുയായികളുടെയും നേർക്ക് വലിച്ചെറിഞ്ഞു. അങ്ങനെ അവർ പലരെയും മുറിവേൽപ്പിച്ചു, ചിലരെ കൊന്നു, എല്ലാവരെയും തുരുത്തി ദേവാലയചാരനെ ഭണ്ഡാരത്തിന് സമീപം വെച്ച് വധിച്ചു. ഈ കാര്യത്തെ പ്രതി മെലിനാവൂസിനെതിരെ കുറ്റാരോപണങ്ങൾ ഉയർന്നു. രാജാവ് ടയറിലെത്തിയപ്പോൾ കാര്യാലോചന സമിതി നിയോഗിച്ച 3 പേർ വസ്തുതകൾ അവനെ അറിയിച്ചു. പതനം സുനിശ്ചിതമെന്ന് ഗ്രഹിച്ച മെനിലാവൂസ് രാജാവിനെ സ്വാധീനിക്കാൻ ദോറിമൈനസിന്റെ പുത്രൻ ടോളമിക്ക് സാരമായ കോഴ വാഗ്ദാനം ചെയ്തു. ടോളമി കാറ്റുകൊള്ളാനെന്ന ഭാവേന രാജാവിനെ സ്തംഭനിരകളുടെ അടുത്തേക്ക് നയിച്ച് മനസ്സ് മാറ്റാൻ പ്രേരിപ്പിച്ചു. തുടർന്ന് രാജാവ് സർവ്വദുഷ്ടതകൾക്കും കാരണമായ മെനിലാവൂസിനെ ആരോപണങ്ങളിൽ നിന്നും മോചിപ്പിച്ചു. ആ നിർഭാഗ്യവാന്മാരെ മരണത്തിന് നിരയാക്കുകയും ചെയ്തു. അവർക്കാകട്ടെ ഷിഥിയാക്കാരുടെ മുൻപാകെ വാദിച്ചാൽ പോലും മോചനം ലഭിക്കുമായിരുന്നു. നഗരത്തിനും ഗ്രാമങ്ങൾക്കും വിശുദ്ധപാത്രങ്ങൾക്കും വേണ്ടി വാദിച്ചവർ നീതിക്ക് നിരക്കാത്ത ശിക്ഷ അനുഭവിച്ചു. ടയർ നിവാസികൾക്ക് പോലും ഈ പാതകത്തോടുള്ള വെറുപ്പ് വ്യക്തമാക്കാൻ വേണ്ടി അവരുടെ ശവസംസ്കാരം ആഡംബരപൂർവ്വം നടത്താൻ സഹകരിച്ചു. എന്നാൽ മെനിലാവൂസ് അധികാരികളുടെ അത്യാഗ്രഹം നിമിത്തം പൗരോഹിത്യ പദവിയിൽ തുടർന്നു. അവൻ ദുഷ്ടതയിൽ വളർന്ന സ്വജനത്തിനെതിരായ ഗൂഢാലോചനയിൽ മുഴുകി. ജാസന്റെ മരണം. ഇക്കാലത്ത് അന്ത്യോക്കോസ് രണ്ടാമത് ഈജിപ്തിനെ ആക്രമിച്ചു. ജെറൂസലേം നഗരത്തിന് മുകളിൽ 40 ദിവസം ദർശനം ഉണ്ടായി. സുവർണ കവചം ധരിച്ച അശ്വാസേന കുന്തങ്ങളും ഊരിയ വാളുകളും ഏന്തി ആകാശത്തിലൂടെ സംഘങ്ങളായി പായുന്നത് ദൃശ്യമായി. കുതിരപ്പട അണിനിരന്നു. ആക്രമണത്തിനും പ്രത്യാക്രമണവും എല്ലായിടത്തും പരിചകൾ വീശി. കുന്തങ്ങളും ശൂലങ്ങളും ചുഴറ്റിയെറിഞ്ഞു. സ്വർണ വിഭൂഷകൾ തിളങ്ങി, പടച്ചട്ടകൾ മിന്നി. ആ ദൃശ്യം ശുഭദശകനമായി തീരാൻ എല്ലാവരും പ്രാർത്ഥിച്ചു. അന്ത്യോക്കോസ് അന്തരിച്ചു എന്നൊരു വ്യാജസ്തുതി പരന്നു. ജാസൻ 1000-ൽ കുറയാത്ത സൈന്യത്തെ ശേഖരിച്ച് നഗരത്തിൽ മിന്നലാക്രമണം നടത്തി. അവർ കോട്ടയിൽ സ്ഥാനമുറപ്പിച്ചിരുന്ന സേനയെ തോൽപ്പിച്ച് നഗരം പിടിച്ചടക്കി. മെനിലാവൂസ് കോട്ടയിൽ അഭയം തേടി. ജാസൻ സഹപൗരന്മാരെ ഇടപെടാതെ കൊന്നൊടുക്കി സ്വജനങ്ങളെ വധിച്ചു നേടുന്ന വിജയം ഏറ്റവും വലിയ നിർഭാഗ്യമാണെന്ന് അവർ മനസ്സിലാക്കിയില്ല. പക്ഷേ ഭരണം കൈക്കലാക്കാൻ അവന് കഴിഞ്ഞില്ല. ഉപജാപം കൊണ്ട് അപമാനം മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ. അവന് അമേന്യരുടെ ദേശത്തേക്ക് വീണ്ടും പലായനം ചെയ്യേണ്ടി വന്നു. അവന്റെ അവസാനം അതിദയനീയമായിരുന്നു. അറേത്താസ് എന്ന അറബി രാജാവിന്റെ മുൻപിൽ അവനെതിരെ കുറ്റം ആരോപിക്കപ്പെട്ടു. ജനങ്ങളാൽ അനുധാവനം ചെയ്യപ്പെട്ട അവൻ നഗരത്തിൽ നിന്ന് നഗരത്തിലേക്ക് പലായനം ചെയ്തു. നിയമലംഘകനായ അവനെ സർവ്വരും വെറുത്തു. സ്വരാജ്യത്തിന്റെയും സഹോദരരുടെയും ഘാതകനായ അവന്റെ നേരെ എല്ലാവർക്കും അറപ്പ് തോന്നി. ഒടുവിൽ അവൻ ഈജിപ്തിലേക്ക് നിഷ്കാസിതനായി. സ്പാർത്താക്കാരുമായുള്ള ചാർച്ച നിമിത്തം അവനെ അവിടെ അഭയം ലഭിക്കുമെന്ന് പ്രത്യാശിച്ചു. അങ്ങോട്ട് അവൻ കപ്പൽ കയറി. വളരെ പേരെ നാടുകടത്തിയ അവൻ പ്രവാസിയായി തന്നെ മരിച്ചു. പല മൃതർക്കും സംസ്കാരം നിഷേധിച്ച് അവൻ വിലപിക്കാൻ ആരുമില്ലാതെ മരിച്ചു. സംസ്കാരമോ പിതാക്കന്മാരുടെ ശവകുടീരത്തിൽ ഇടമോ അവന് ലഭിച്ചില്ല. ദേവാലയം കൊള്ളയടിക്കപ്പെടുന്നു. സംഭവങ്ങൾ കേട്ട രാജാവ് യൂദയ കലാപത്തിലാണ് ഉദ്ധരിച്ച് ജ്വലിക്കുന്ന കോപത്തോടെ ഈജിപ്തിൽ നിന്ന് മിന്നലാക്രമണം നടത്തി നഗരം പിടിച്ചടക്കി.
വഴിയിൽ കാണുന്നവരെയും വീടുകളിൽ അഭയം തേടുന്നവരെയും നിർദ്ദയം വധിക്കാൻ അവൻ ഭടന്മാർക്ക് കൽപ്പന നൽകി. അങ്ങനെ യുവാക്കളും വൃദ്ധരും വധിക്കപ്പെട്ടു. ബാലന്മാർ, സ്ത്രീകളും കുട്ടികളും വാളിനിരയായി. കന്യകളും ശിശുക്കളും കൊല്ലപ്പെട്ടു. 3 ദിവസം കൊണ്ട് 80,000 പേരെ അവൻ നാമാവശേഷരാക്കി. നേർക്കുനേരെയുള്ള പോരാട്ടത്തിൽ 40,000 കൊലപ്പെടുത്തി അത്രയും പേരെ അടിമകളാക്കി വിറ്റു. ഇതുകൊണ്ടും തൃപ്തി വരാതെ അന്ത്യോക്കസ് നിയമലംഘകനും രാജദ്രോഹിയുമായ മെനലാവൂസിന്റെ സഹായത്തോടെ ലോകത്തിലെ ഏറ്റവും പരിശുദ്ധമായ ദേവാലയത്തിൽ പ്രവേശിക്കാൻ ധൈര്യപ്പെട്ടു. അവൻ തന്റെ മലിനകരം കൊണ്ട് വിശുദ്ധപാത്രങ്ങൾ എടുത്ത് വിശുദ്ധ സ്ഥലത്തിന്റെ മഹിമയും പൂജ്യതയും വർദ്ധിപ്പിക്കാൻ രാജാക്കന്മാർ അർപ്പിച്ചിരുന്ന സ്വാഭീഷ്ട കാഴ്ചകൾ പങ്കിലകരങ്ങളാൽ അവൻ തൂത്തുവാരി. നഗരവാസികളുടെ പാപനിമിത്തം കർത്താവ് അല്പനേരത്തേക്ക് കുപിതനായി സ്ഥലത്തെ അവഗണിച്ചതാണെന്ന് അഹങ്കാര തള്ളലാൽ അന്ത്രയോക്കസിന് ഗ്രഹിക്കാനായി. അവർ അനവധി പാപങ്ങളിൽ മുഴുകിയിരുന്നില്ലെങ്കിൽ അന്ത്യോക്കസ് വന്നയുടനെ കർത്താവ് അവനെ പ്രഹരിച്ച് അവിവേകത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുമായിരുന്നു. അങ്ങനെയാണല്ലോ ഭണ്ഡാര പരിശോധനയ്ക്ക് സെലൂക്കസ് നിയോഗിച്ച ഹെലിയോദോറസിന് സംഭവിച്ചത്. അവൻ കർത്താവ് വിശ്വസ്ത സ്ഥലത്തിന് വേണ്ടി ജനത്തെ തിരഞ്ഞെടുക്കുകയില്ല, ജനത്തിനു വേണ്ടി സ്ഥലം തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അതിനാൽ ജനത്തിന്റെ കഷ്ടതകളിലും ഐശ്വര്യത്തിലും ആ സ്ഥലവും പങ്കുചേർന്നു. സർവശക്തൻ ക്രോധത്താൽ പുറന്തള്ളിയതിനെ പരമോന്നതനായ അവിടുന്ന് ജനത്തോട് അനുരഞ്ജനപ്പെട്ടപ്പോൾ അതിന്റെ സർവമഹത്വവും പുനഃസ്ഥാപിച്ചു. അഹങ്കാരോന്മുക്തനായ അന്ത്യോക്കസ് കരയിൽ നീന്താനും കടലിൽ ഓടാനും കഴിയുമെന്ന് കരുതി ദേവാലയത്തിൽ നിന്ന് 1800 താലന്ത് കൈക്കലാക്കി അന്ത്യോക്കയിലേക്ക് തിടുക്കത്തിൽ പോയി. ജനങ്ങളെ പീഡിപ്പിക്കാൻ അവൻ ദേശാധിപതികളെ നിയോഗിച്ചു. ഫ്രീജിയക്കാരനും സ്വഭാവത്തിൽ തന്നേക്കാൾ കിരാതനുമായ ഫിലിപ്പിനെ ജെറൂസലേമിലും അന്തോനിക്കൂസിനെ ഗെരിസീമിലും നിയോഗിച്ചു. അവർക്ക് പുറമെ മെനലാവൂസിനെയും നിയമിച്ചു. അവർ മറ്റേറെയുംക്കാൾ കൂടുതലായി സഹപൗരന്മാരുടെ മേൽ സ്വച്ഛാധിപതി അധികാരം പ്രയോഗിച്ചു. യഹൂദ പൗരന്മാരുടെ നേരെയുള്ള ദുഷ്ടത നിമിത്തം അന്ത്യോക്കസ് പ്രായപൂർത്തിയായ പുരുഷന്മാരെ കൊല്ലാനും സ്ത്രീകളെയും ബാലന്മാരെയും അടിമകളായി വിൽക്കാനും ആജ്ഞാപിച്ചു. മിസ്സിയരുടെ നായകനായ അപ്പൊളോണിയോസിനെ 20,000 സൈനികരുമായി അയച്ചു. ഇവൻ ജെറൂസലേമിലെത്തി വിശുദ്ധ സാബത്ത് ദിവസം വരെ സഖ്യം നടിച്ചു കാത്തിരുന്നു. അന്ന് യഹൂദർ ജോലിയിൽ നിന്ന് വിരമിച്ചിരുന്നത് കണ്ട് അവൻ സൈനികരോട് ആയുധധാരികളായി അണിനിരന്ന് നീങ്ങാൻ ആജ്ഞാപിച്ചു. അവരെ കാണാൻ പുറത്തിറങ്ങിയവരെ ഇരയാക്കിയതിനു ശേഷം സായുധ ഭടന്മാരോടുകൂടി അവൻ നഗരത്തിലേക്ക് തള്ളിക്ക് വളരെ പേരെ വധിച്ചു. എന്നാൽ യൂദാസ് മക്കേബിയസ് 9ഓളം സുഹൃത്തുക്കളുമായി കാട്ടിൽ അഭയം തേടി മലിനരാകാതിരിക്കാൻ വേണ്ടി കാട്ടുസസ്യങ്ങൾ ഭക്ഷിച്ച് അവർ വന്യമൃഗങ്ങളെ പോലെ മലകളിൽ ജീവിച്ചു. മതവീടനം. ഏറെക്കാലം കഴിയുന്നതിന് മുമ്പ് തങ്ങളുടെ പിതാക്കന്മാരുടെ ആചാരങ്ങളിലും ദൈവത്തിന്റെ നിയമങ്ങളിൽ നിന്ന് പിന്തിരിയാൻ യഹൂദരെ നിർബന്ധിക്കാൻ രാജാവ് പ്രതിനിധിസഭാംഗമായ ഒരു ഏഥൻസുകാരനെ അയച്ചു. ജെറുസലേം ദേവാലയത്തെ അശുദ്ധമാക്കി അതിനെ ഒളിമ്പസിലെ സേവൂസിന്റെ ക്ഷേത്രമെന്നും ഗെരിംസിൻ ദേവാലയത്തെ തദ്ദേശീയരെ അനുകരിച്ച് വിദേശികളുടെ സംരക്ഷകനുമായ സേവൂസിന്റെ ക്ഷേത്രമെന്നും വിളിക്കാൻ നിർബന്ധിക്കണമെന്ന് രാജാവ് അവനോട് നിർദ്ദേശിച്ചു. തിന്മയുടെ കടന്നാക്രമണം കഠിനവും അത്യന്തം ക്രൂരവുമായിരുന്നു. കാരണം വിജാതിയർ പരിശുദ്ധ സ്ഥലങ്ങളിൽ വെച്ച് വേശ്യകളുമായി ഉല്ലസിക്കുകയും മറ്റു സ്ത്രീകളുമായി സംഗമത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അങ്ങനെ അവർ ദേവാലയത്തിൽ മേശത കൊണ്ട് നടക്കും. കൂടാതെ അനുചിതമായ ബലിവസ്തുക്കൾ അവർ അകത്ത് കൊണ്ടുവന്നു. ക്ലേശവും നിഷിദ്ധവുമായ ബലിവസ്തുക്കൾ കൊണ്ട് ബലിപീഠം നിറഞ്ഞു. സാബത്തും പരമ്പരാഗതമായ ഉത്സവ ദിനങ്ങളും ആചരിക്കാനോ യഹൂദരെന്ന് പരസ്യമായി പറയാൻ പോലും ആർക്കും കഴിയാതെയായി. രാജാവിന്റെ ജന്മദിനം മാസം തോറും ആഘോഷിക്കുമ്പോൾ ബലിയർപ്പണത്തിൽ പങ്കെടുത്ത് ബലിവസ്തുക്കൾ ഭക്ഷിക്കാൻ യഹൂദർ കഠിനമായി നിർബന്ധിക്കപ്പെട്ടു. ദിയോനീസസിന്റെ ഉത്സവത്തിൽ ആ ദേവനെ ബഹുമാനിക്കാൻ വേണ്ടി ബലചക്രമണിഞ്ഞ പ്രദക്ഷിണത്തിൽ പങ്കെടുക്കാനും അവർ നിർബന്ധിതരായി.
സമീപ ഗ്രീക്ക് നഗരങ്ങളും യഹൂദരോട് അതേ നയം അനുവർത്തിക്കണമെന്ന് അവരെ ബലിയർപ്പണങ്ങളിൽ പങ്കെടുപ്പിക്കണമെന്നും ടോളമിയുടെ നിർദ്ദേശമനുസരിച്ച് ഒരു കൽപ്പന പ്രസിദ്ധീകൃതമായി. ഗ്രീക്ക് ആചാരങ്ങൾ സ്വീകരിക്കാത്തവരെ വധിക്കണമെന്നും ആ കൽപ്പനയിൽ ഉണ്ടായിരുന്നു. അവർക്ക് സംഭവിച്ച ദുരിതം ഇത് വ്യക്തമാക്കുന്നു. ഉദാഹരണത്തിന്, തങ്ങളുടെ കുട്ടികളെ പരിച്ഛേദനം ചെയ്ത് 2 സ്ത്രീകൾ പിടിക്കപ്പെട്ടു. ശിശുക്കളെ കഴുത്തിൽ കെട്ടിത്തൂക്കി അവരെ പരസ്യമായ നഗരത്തിലൂടെ നടത്തി. അവസാനം മതിലിന് തലകുത്തിനെ താഴോട്ട്. രഹസ്യമായി സാബത്ത് ആചരിക്കാൻ അടുത്തുള്ള ഗുഹകളിൽ ചിലർ ഒരുമിച്ചുകൂടി. അവരെ ആരോ ഫിലിപ്പിന് ഒറ്റിക്കൊടുക്കുകയും അത് തൽഫലമായി കൂട്ടത്തിൽ ദഹിക്കപ്പെടുകയും ചെയ്തു. ഭക്തിയും വിശുദ്ധതയോടുമുള്ള ആദരവും നിമിത്തം എതിർത്ത് നിൽക്കാൻ അവർ ഒരുമ്പെട്ടില്ല. ഈ ഗ്രന്ഥം വായിക്കുന്നവർ വിപത്തുകളിൽ ഭഗ്നാശരാകരുതെന്നും ഇത്തരം അനർത്ഥങ്ങൾ നാശത്തിനല്ല നമ്മുടെ ദുരന്തയുടെ ശിക്ഷണത്തിലാണ് ഉദ്ദേശിക്കപ്പെട്ടിരുന്നതെന്നും മനസ്സിലാക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു. അധർമ്മികളെ ദീർഘകാലത്തേക്ക് തന്നിഷ്ടത്തിന് വിടാതെ ശിക്ഷിക്കുന്നത് യഥാർത്ഥത്തിൽ വലിയ കാരുണ്യത്തിന്റെ ലക്ഷണമാണ്. ഇതര ജനതകളെ ശിക്ഷിക്കുന്ന കാര്യത്തിൽ അവർ തങ്ങളുടെ പാപങ്ങളുടെ തികവിലെത്തുന്നതുവരെ കർത്താവ് ക്ഷമയോടെ കാത്തിരിക്കുന്നു. എന്നാൽ നമ്മോട് അവിടുന്ന് ഇപ്രകാരമല്ല വർത്തിക്കുന്നത്. നമ്മൾ പാപരമയത്തിൽ എത്തി പ്രതികാരത്തിന് പാത്രമാകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അവിടുന്ന് തന്റെ കാരുണ്യം ഒരിക്കലും നമ്മളിൽ നിന്ന് വിനിയോഗിക്കുന്നില്ല. വിപത്തുകൾ കൊണ്ട് നമുക്ക് ശിക്ഷണം നൽകുന്നെങ്കിലും അവിടുന്ന് സ്വജനത്തെ കൈവിടുന്നില്ല. ഞങ്ങൾ ഈ പറഞ്ഞത് ഓർമ്മയിലിരിക്കട്ടെ. കഥ ചുരുക്കേണ്ടതുണ്ട്. സമയമായേ. ഓക്കെ. മ്യൂട്ട് ചെയ്യാമോ?